ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അക്കാഡമീസ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് 2025 വർഷത്തെ വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിൻ്റെ ഏറ്റവും ചുരുക്കരൂപമാണ്. എനിക്കറിയാം ഈ ഒരു ക്ലാസ് കുറച്ചധികം വൈകിയിട്ടുണ്ട്. അതിൻ്റെ റീസൺസ് പല ലൈവുകളിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതെനിക്ക് ചെയ്തു തരണമെന്നതാണ് ഒരു അത്രയും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഓൾറെഡി നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്ലൈഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. റെക്കോർഡ് ചെയ്യാനുള്ള കുറച്ച് ഡിലേയും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഇന്ന് തൊട്ട് ഞാനിത് റെക്കോർഡ് ചെയ്ത് തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. വൈകാതെ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് 12 മണിക്കൂർ ഉണ്ടാവും. 2025 എന്ന് പറയുന്ന വർഷം 12 മണിക്കൂറുകളിലായിട്ട് നമ്മൾ ചുരുക്കാൻ വേണ്ടി പോവുകയാണ്. സോ അതിൻ്റേതായുള്ള ലിമിറ്റേഷനും കാര്യങ്ങളും ഉണ്ടാവും. ലിമിറ്റേഷൻ എന്ന് ഞാൻ പറയുന്നത്, ഫോർ എക്സാമ്പിൾ, ഓരോ മാസവും നമ്മൾ ഒരു ആവറേജ് 6 മണിക്കൂർ കറണ്ട് അഫെയർ പറയുന്നുണ്ട് അല്ലേ. സോ ഒരു 10 മാസം കൂട്ടിയാൽ എങ്ങനെയാലും ഒരു 70 to 80 ഹവേഴ്സ് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ആ 70 to 80 ഹവേഴ്സിന് അതിൻ്റെ പകുതിയിലേക്ക് മാറ്റുമ്പം 12 മണിക്കൂറിലേക്ക് മാറ്റുമ്പം അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് വരും. സോ അത് മനസ്സിലാക്കിയിട്ട് വേണം ക്ലാസ്സിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ ക്ലാസ് കഴിഞ്ഞിട്ട് വന്ന് പറയരുത് ഇന്ന കറണ്ട് അഫെയർ നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ലല്ലോ, ഇന്ന ഭാഗം ചർച്ച ചെയ്തിട്ടില്ലല്ലോ. സോ ആ രീതിയിലുള്ള പരാതികൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഇമ്പോർട്ടൻ്റ് തോന്നുന്ന കഴിഞ്ഞ NTPC അതുപോലെ SSC അല്ലെങ്കിൽ മറ്റ് RRB പരീക്ഷകൾ, മറ്റു പരീക്ഷകളിലൊക്കെ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, എനിക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഹാൻഡ് പിക്ക് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് അതിന് നിങ്ങളെപ്പോഴും പറയുന്നൊരു കാര്യം കൂടിയാണ്, ഇതിനെന്താണ് ടോപ്പിക് വൈസ് ഒന്ന് തരാമോ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ടോപ്പിക് വൈസിലേക്ക് മാറ്റിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങൾ തരാൻ വേണ്ടി പോകുന്നത്. എല്ലാം ടോപ്പിക് വൈസ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ 10ഉം 20ഉം ടോപ്പിക്കൊന്നും ഉണ്ടാവില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സ്, അത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അപ്പോയിൻമെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുടെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ, ചിലത് കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഏതെങ്കിലും ടോപ്പിക്കിൻ്റെ അണ്ടറിൽ ചർച്ച ചെയ്യും. സോ ആദ്യം തന്നെ മനസ്സിലോർത്ത് വയ്ക്കാം, നമ്മൾ 2025 ജനുവരി തൊട്ടിട്ട് ഡിസംബർ വരെയുള്ള കാര്യങ്ങളുടെ ഏറ്റവും സംക്ഷിപ്ത രൂപമാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ആ രീതിയിൽ ക്ലാസ്സിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട ഫീഡ്ബാക്കും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാവുന്നതാണ്. കൃത്യമായിട്ട് അക്കാഡമീസിൻ്റെ ചാനൽ വന്നിട്ട് ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കാം. ഞാൻ കൂടുതൽ പറയുന്നില്ല, പറഞ്ഞിട്ട് സമയം കളയുന്നില്ല, നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, ആദ്യം നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 2025 വളരെ പ്രധാനപ്പെട്ട അവാർഡ്സ് ആൻഡ് റെക്കഗ്നീഷൻസ് ആണ്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട നൽകപ്പെട്ട അവാർഡുകൾ എന്ന കാര്യമാണ് ആദ്യം നോക്കുന്നത്. സോ ആദ്യത്തെ അവാർഡ് ഞാൻ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു, കാരണം മുന്നത്തെ പോലെ നമുക്ക് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. സ്ലൈഡിൽ കാര്യങ്ങളുണ്ട്, നിങ്ങളൊന്ന് വായിച്ചു പോയാലും മതി. ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. എങ്കിൽ മാത്രമേ നമുക്ക് മിനിമം ഒരു 300-400 കാര്യങ്ങളെങ്കിലും 12 മണിക്കൂർ കൊണ്ട് ചർച്ച ചെയ്ത് തീർക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഞാൻ ഏറ്റവും ചുരുങ്ങിയ ഒരു 300-400 കാര്യങ്ങൾ പഠിപ്പിക്കണം എന്ന രീതിയിൽ ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്തിട്ടാണ് പറയുന്നത്, റിലേറ്റഡ് ഫാക്ട്സും എല്ലാം കൂടെ ചേർത്തിട്ടാണ്. സോ അതിൻ്റെ സമയം വേണം. ഫാസ്റ്റായിട്ട് ചിലത് പറഞ്ഞു പോകും. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. 3 Indians shine on Forbes 2024 വേൾഡ്സ് മോസ്റ്റ് പവർഫുൾ വുമൺ ലിസ്റ്റ്. 2024 ഫോബ്സുമായിട്ട് ബന്ധപ്പെട്ട വന്ന ലിസ്റ്റിലെ ഏറ്റവും പവർഫുൾ വനിതകളിൽ 3 ഇന്ത്യക്കാർ വന്നു. ആരൊക്കെയാണ് ആ ഒരു 3 ഇന്ത്യക്കാരെന്നാണ് പരീക്ഷയ്ക്ക് ചോദ്യം വരിക. ആരൊക്കെയാണ്? ഒന്ന് നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്ററായുള്ള നിർമ്മല സീതാരാമനുണ്ട്. ഓക്കെ, ഒന്ന് നമ്മുടെ യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്ററായുള്ള നിർമ്മല സീതാരാമനുണ്ട്. റോഷ്നി നടാർ മൽഹോത്രയുണ്ട്. അതുപോലെ കിരൺ മസൂംദാർ ഷോ ഉണ്ട്. സോ 3 വനിതകളാണ് 21ാമത്തെ ആനുവൽ ലിസ്റ്റ് ഓഫ് വേൾഡ്സ് 100 മോസ്റ്റ് പവർഫുൾ വുമൺസിൽ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് വന്നത്. ഇനി ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന വനിതകൾ, അല്ലെങ്കിൽ ഈ ഒരു ലിസ്റ്റിൽ വരുന്ന 1ാം സ്ഥാനത്ത് വരുന്ന വനിതകളൊക്കെ ചോദിച്ചാൽ, ഒന്ന് പ്രസിഡന്റ് ഓഫ് ദ യൂറോപ്യൻ കമ്മീഷൻ ആയിരുന്ന ഉർസുല വോൺ ഡർ ലിയനാണ്. ഞാൻ ഈ പറയുന്ന പേരുകൾ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലേറ്റസ്റ്റ് ഫാക്ടിൽ മാറ്റം വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ മാറ്റം വരാം. അതുപോലെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ഈ കറണ്ട് അഫെയറിൻ്റെ ക്ലാസ് നിങ്ങൾ നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കറണ്ട് അഫെയർ ആണ്, ഞാൻ പറഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടോ ആയിരിക്കും നിങ്ങൾ ക്ലാസ് കാണുന്നത്. ആ സമയത്ത് ചിലപ്പോൾ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്തിട്ട് മാത്രം പഠിക്കുക, എല്ലാം കൂടെ കൊണ്ടുപോയിട്ട് പഠിക്കരുത്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക. ഞാൻ ചില കാര്യങ്ങൾ ഇവിടെ മനഃപൂർവ്വം ഒഴിവാക്കിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ കയറി വരും, ഞാൻ പറഞ്ഞതിന് ശേഷം മാറ്റങ്ങൾ വരുന്ന കാര്യങ്ങളുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് അവിടെ തിരുത്തിയാൽ മതി. സോ ഉർസുല വോൺ ഡർ ലിയന്റെ പേര് പറഞ്ഞാൽ 28ാമതായിട്ടാണ് നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ ഇതിൽ വന്നത്. 81ാമതായിട്ടാണ് ലിസ്റ്റിൽ റോഷ്നി നടാർ മൽഹോത്ര. 82ാമതാണ് കിരൺ മസൂംദാർ ഷോ വന്നത്. നെക്സ്റ്റ് ജയ്ശങ്കർ റിസീവ്സ് ശ്രീ ചന്ദ്രശേഖര സരസ്വതി അവാർഡ് ഫോർ ലീഡർഷിപ്പ്. മറ്റൊരു അവാർഡാണ് അല്ലേ, റീസെൻ്റ് ആയിട്ട് നൽകപ്പെട്ട ശ്രീ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി നാഷണൽ അവാർഡ് ഓഫ് എക്സലൻസ് ഫോർ പബ്ലിക് ലീഡർഷിപ്പ്. ഓക്കെ,
ഏത് വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടാണ്? സൗത്ത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സൊസൈറ്റീസ്, SIES എന്ന് പറയും. സോ അവരാണ് ഈ പറയുന്ന ശ്രീ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി നാഷണൽ അവാർഡ് ഓഫ് എക്സലൻസ് പബ്ലിക് ലീഡർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നൽകിയത്. ആർക്ക് നൽകി? നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററായുള്ള സുബ്രഹ്മണ്യം ജയ്ശങ്കറിന് നൽകിയിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം നമ്മുടെ 30ാമത്തെ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആയിരുന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് 30th എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആയിരുന്നു. 2019 നമ്മുടെ രാജ്യം പത്മശ്രീ നൽകിയിട്ട് ഇദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. RINL wins gold at AP State Energy Conservation Awards 2024. 2024 എനർജി കൺസർവേഷൻ അവാർഡിൽ നിന്നാണ്, ആന്ധ്രാപ്രദേശുമായിട്ട് ബന്ധപ്പെട്ട ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ഗവൺമെന്റ് നൽകുന്ന ഒരു അവാർഡാണ്. അതിൽ RINL അഥവാ രാഷ്ട്രീയ ഇസ്പത് നിഗം ലിമിറ്റഡ് എന്നാണ് ഗോൾഡ് മെഡൽ സ്വന്തമാക്കിയിരിക്കുകയാണ്. ദ കോർപ്പറേറ്റ് എൻറ്റിറ്റി ഓഫ് വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ്, VSP വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട എൻറ്റിറ്റിയാണ് രാഷ്ട്രീയ ഇസ്പത് നിഗം ലിമിറ്റഡ്. സോ അവരെന്താണ് ഗോൾഡ് അവാർഡ്, സ്റ്റേറ്റ് എനർജി കൺസർവേഷൻ അവാർഡ് 2024 ഗോൾഡ് അവാർഡ് അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. ദ അവാർഡ് പ്രസന്റഡ് ബൈ സ്റ്റേറ്റ് എനർജി കൺസർവേഷൻ മിഷൻ ഓഫ് ആന്ധ്രാപ്രദേശ്. ഓക്കെ, സോ ആ ഒരു ലാസ്റ്റ് 3 ഇയറുമായിട്ട് ബന്ധപ്പെട്ട എനർജി കൺസർവേഷൻ അവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, അതിനാണ് ഈ ഒരു അംഗീകാരം. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ, പേരുകളും കാര്യങ്ങളും ഉണ്ട്, അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല, അതൊക്കെ നമ്മുടെ റെഗുലർ കറണ്ട് അഫെയറിൽ പറഞ്ഞ കാര്യമാണ്. ഇതിൽ നിന്നാണ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ഗൂഗിൾ ചെയ്യാം. നമ്മുടെ കോഴ്സ് ഓൾറെഡി പർച്ചേസ് ചെയ്തവരാണെങ്കിൽ ആ ഒരു ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ക്രോസ് ചെക്കും ചെയ്യാം. സോ ഏറ്റവും ബേസിക് കാര്യങ്ങളേ പറയുന്നുള്ളൂ, എല്ലാം പറയാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം ഒരു പരിപാടിയും നടക്കത്തില്ല. ഓക്കെ, ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ദ്രൗപദി മുർമു കൺഫേർഡ് ദ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ ഓൺ 17 children in 7 category for their exceptional achievement. നമ്മുടെ ഇന്ത്യയിലെ 17 കുട്ടികൾക്ക് 7 ഡിഫറെന്റ് കാറ്റഗറീസുമായിട്ട് ബന്ധപ്പെട്ട് 2025 എന്താണ് രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകിയിട്ടുണ്ട് അല്ലേ. There are 7 boys and 10 girls. ഇതിൽ എത്ര ആൺകുട്ടികൾ, ഇതിൽ എത്ര പെൺകുട്ടികൾ എന്ന രീതിയിൽ ചോദ്യം വന്നാൽ 14 സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് 7 ആൺകുട്ടികൾക്കും 10 പെൺകുട്ടികൾക്കുമാണ് ഈ ഒരു അവാർഡ് നൽകിയത്. 2 young girls from Maharashtra also features among the 17 ചൈൽഡ് അവാർഡ്സ്. ഓക്കെ, 2 പെൺകുട്ടികൾ മഹാരാഷ്ട്രക്കാരായിരുന്നു. അതുപോലെ നമ്മുടെ വീർ ബാൽ ദിവസമായിട്ട് എന്താണ് ഡിസംബർ 26 സെലിബ്രേറ്റ് ചെയ്യുന്നു എന്ന് കൂടെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. മറ്റൊരു ഏറ്റവും വളരെ പ്രധാനപ്പെട്ട അവാർഡാണ് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് 2024. 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആർക്കൊക്കെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്? മനു ഭാക്കർക്ക് ലഭിച്ചിട്ടുണ്ട് അല്ലേ. മനു ഭാക്കർ ആരാണ്? ഒളിമ്പിക് മെഡലിസ്റ്റ് ആണ്. ഒളിമ്പിക്സിൽ 2 ബ്രോൺസ് മെഡൽ സ്വന്തമാക്കുന്ന, ഒരു ഒളിമ്പിക്സിൽ 2 ബ്രോൺസ് മെഡൽ സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ്, ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ്. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇന്ത്യക്ക് വേണ്ടി മെഡൽ സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം എന്നല്ല, അത് കാരണം മലേഷ്യയൊക്കെ മുൻപ് സ്വന്തമാക്കേണ്ടത്. ബട്ട് ഒരൊറ്റ ഒളിമ്പിക്സിൽ 2 ബ്രോൺസ് മെഡൽ സ്വന്തമാക്കുന്ന ആദ്യത്തെ വനിതാ താരവും ആദ്യത്തെ താരവുമാണ്. ഇനി വേൾഡ് ചെസ് ചാമ്പ്യനുള്ള ഡി ഗുഗേഷ് ഉണ്ട്. ഇന്ത്യയുടെ മെൻസ് ഹോക്കി ടീം ക്യാപ്റ്റനായുള്ള ഹർമൻപ്രീത് സിംഗ് ഉണ്ട്. പാരാ അത്ലറ്റായുള്ള പ്രവീൺ കുമാറും ഉണ്ട് അല്ലേ. സോ ഈ 4 പേരുകൾ മനു ഭാക്കർ, ഡി ഗുഗേഷ്, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ, ആ ഒരു 4 പേരുകളെന്ന് ഓർത്തു വെച്ചാൽ മതി. ബാഖർ മെയ്ഡ് ഹിസ്റ്ററി ആസ് ഇൻഡിപെൻഡന്റ് ഇന്ത്യസ് ഫസ്റ്റ് അത്ലറ്റ് ടു സെക്യൂർ 2 മെഡൽസ് ഇൻ സിംഗിൾ ഒളിമ്പിക് ഇവന്റ്. ഹർമൻപ്രീത് സിംഗിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ക്യാപ്റ്റൻ ഇന്ത്യൻ ഹോക്കി ടീം 2 കോൺസിക്യൂട്ടീവ് ബ്രോൺസ് മെഡൽ 2020 ടോക്കിയോ ഒളിമ്പിക്സിലും 2024 പാരീസ് ഒളിമ്പിക്സിലും ഇന്ത്യയെ എന്താണ് ബ്രോൺസിലേക്ക് നയിച്ച ക്യാപ്റ്റനാണ്. ഡി ഗുഗേഷ്യം എന്താണ് ചെസ്സുമായിട്ട് ബന്ധപ്പെട്ട താരമാണ്. ഇതിലുള്ള ഏക പാരാ അത്ലറ്റ് എന്ന് പറയുന്നത് പ്രവീൺ കുമാർ ആണെന്ന് കൂടെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് എന്താണ്? ധ്യാൻചന്ദിന്റെ ഹോക്കി ഇതിഹാസമുള്ള ധ്യാൻചന്ദിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് എന്നായിരുന്നു പണ്ട് പേരുണ്ടായിരുന്നത്, ആ പേര് റീനെയിം ചെയ്യപ്പെട്ടതാണ് അല്ലേ. ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് അല്ലേ. പണ്ടത്തെ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് 1991-92 കാലയളവിലാണ് വരുന്നത്. അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. 2025 ജനുവരി 2-ാം തീയതിയാണ് മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ഈ അവാർഡ് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിക്കുന്നത്. ആദ്യമായിട്ട് ഈ ഒരു അവാർഡ് 1991-92 ലഭിച്ചത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ള വിശ്വനാഥൻ ആനന്ദിനാണ്. 2001 ധ്യാൻചന്ദ് ഖേൽരത്ന, അന്നത്തെ ധ്യാൻചന്ദ് അല്ല, രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നമുക്ക് ധ്യാൻചന്ദ് എന്ന് തന്നെ പറയാം. അതാണല്ലോ ഇത്, അതാണല്ലോ ലേറ്റസ്റ്റ് വന്നത്. സോ അന്ന് 18 വയസ്സുണ്ടായിരുന്ന അഭിനവ് ബിന്ദ്ര എന്താണ് ഈ ഒരു അവാർഡ് സ്വന്തമാക്കിയിട്ട് യങ്ങസ്റ്റ് റെസിപ്പിയന്റ് ഓഫ് ദ അവാർഡ് എന്ന പ്രത്യേകത സ്വന്തമാക്കി. ഈ ഒരു അവാർഡ് സ്വന്തമാക്കുന്ന ആദ്യത്തെ ക്രിക്കറ്റർ ആയിരുന്നു സച്ചിൻ ടെണ്ടുൽക്കർ. 2021 ചിരാഗ് ഷെട്ടിക്കും സത്വിക് സായിരാജ് റെഡ്ഡിക്കും ബാഡ്മിന്റണുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം 2026 കാര്യം അടക്കം വന്നിട്ടുണ്ട്. ബട്ട് നമ്മൾ 2025 കാര്യം ആദ്യം നോക്കും. ഏത് ചോദിക്കും, നിങ്ങളുടെ ഷിഫ്റ്റിൽ ഏത് വരുമെന്ന് എനിക്കും പറയാൻ പറ്റില്ല, നിങ്ങൾക്കും പറയാൻ വേണ്ടി പറ്റില്ല. ഞാൻ പേരുകളൊന്നും പോകുന്നില്ല, പേരുകളൊന്നും പരാമർശിക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഔട്ട്ലൈൻ കാര്യങ്ങൾ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഫോർ ദി ഇയർ 2025 ദ പ്രസിഡന്റ് ഹാസ് അപ്രൂവ്ഡ് കൺഫർമെന്റ് ഓഫ് 139 പത്മ അവാർഡ്സ്. എത്ര പത്മ അവാർഡ്സ് ആണ്?
39 പത്മ അവാർഡ്സ് ആണ്, ഇൻക്ലൂഡിങ് 1 ഡുയോ കേസ്. ഡുയോ കേസ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്, 2 ഇൻഡിവിജ്വൽസിനും ഒരു അവാർഡ് എന്ന രീതിയിൽ വരുന്നുണ്ട്, വിച്ച് ദ കൗണ്ടഡ് ആസ് ഓൺലി 1 അവാർഡ് ഇൻ ദ ഓവറോൾ ടോട്ടൽ ഒരു അവാർഡായിട്ടാണ് വരുന്നത്. പത്മ അവാർഡ്സ് 2025 comprise 7 പത്മ വിഭൂഷൺ, 19 പത്മഭൂഷൺ ആൻഡ് 113 പത്മശ്രീ അവാർഡ്. 7 പത്മവിഭൂഷൺ, 19 പത്മഭൂഷൺ, 113 പത്മശ്രീ അവാർഡ് അവിടെ ഉണ്ടായിരുന്നു. അതിൽ 23 ആളുകൾ എന്താണ്, വനിതകളാണല്ലേ. 23 അവാർഡീസ് വനിതകളാണ്. 10 എന്താണ്, പേഴ്സൺ ഫ്രം ദ കാറ്റഗറി ഓഫ് ഫോറിനേഴ്സ് ആണ്, NRI PIOC എന്ന് പറയാൻ വേണ്ടി സാധിക്കും. 13 പോസ്റ്റ്ഹമസ് അവാർഡീസ് ആണ്, മരണാനന്തര ബഹുമതിയായിട്ടാണ് 13 പേര് ഈ അവാർഡ് സ്വന്തമാക്കിയത്. ബുംറ ക്രൗണ്ട് ICC മെൻസ് ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ. ഇത് പല പരീക്ഷകൾക്കും ചോദ്യങ്ങളായിട്ട് ഓൾറെഡി വന്നു കഴിഞ്ഞു. സോ 2024 ഇയറിനെ ബേസ് ചെയ്തിട്ട് 2025 എന്താണ് ICCയുടെ ക്രിക്കറ്റേഴ്സ് ഓഫ് ദ ഇയർ, ടെസ്റ്റ് ആയിക്കോട്ടെ, T20 ആയിക്കോട്ടെ, ODI ആയിക്കോട്ടെ, ഇതിലൊക്കെ മെന്നും വുമണും വന്നിട്ടുണ്ട് അല്ലേ. സോ ആ ഒരു കാറ്റഗറി നോക്കാനുണ്ട്. ദ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ICC ക്രിക്കറ്റിന്റെ അപ്പെക്സ് ബോഡിയാണ്. 2024 അവാർഡ് 2025 പ്രഖ്യാപിച്ചു. ബുംറ ഹാസ് വോൺ സർ ഗർഫീൽഡ് സോബേഴ്സ് ട്രോഫി ഫോർ ICC മെൻസ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ. റേച്ചൽ ഹെയ്ഹോ ഫ്ലിൻഡ് ട്രോഫി ഓഫ് ICC വുമൻസ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ. രണ്ടും 2 അവാർഡാണ്. അതായത് ICC വുമൻസ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് വിളിക്കപ്പെടുന്ന പേര് റേച്ചൽ ഹോയ്ഹി ഫ്ലിൻഡ് ട്രോഫി എന്നാണ്. ICC മെൻസ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് വിളിക്കപ്പെടുന്ന പേര് സർ ഗർഫീൽഡ് സോബേഴ്സ് ട്രോഫി എന്നാണ്. മെൻസ് ബുംറയ്ക്ക് ലഭിച്ചെങ്കിലും വുമൻസ് എന്താണ്, അമേലിയ കെയർ ന്യൂസിലാൻഡ് താരമാണ് ലഭിച്ചു. ഇനി ICC മെൻസ് T20 ഇന്റർനാഷണൽ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ അർഷദീപ് സിംഗ് ആണ്, ഇന്ത്യക്കാരനാണ്. ICC വുമൻസ് T20 ക്രിക്കറ്റർ ഓഫ് ദ ഇയർ അമേലിയ കെയർ ആണ്, ന്യൂസിലാൻഡുകാരിയാണ്. ഓൾറെഡി അമേലിയ കെയർ ICC വുമൻസ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയിട്ടും വന്നിട്ടുണ്ട് അല്ലേ. ഇനി ICC മെൻസ് 1 ഡേ ഇന്റർനാഷണൽ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അസ്മത്തുള്ള അമർസായി ആണ്, അഫ്ഗാനിസ്ഥാൻ താരമാണ്. ICC വുമൻസ് ODI ക്രിക്കറ്റർ ഓഫ് ദി ഇയർ സ്മൃതി മന്ദാന, ഇന്ത്യക്കാരിയാണ്. ICC മെൻസ് ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ, ഇതായിരുന്നു കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചത്, ജസ്പ്രീത് ബുംറയാണ്. ICC എമേർജിംഗ് മെൻസ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ കമിന്ദു മെൻഡിസ് ആണ്, ശ്രീലങ്കക്കാരനാണ്. ICC എമേർജിംഗ് വുമൻസ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അനിറി ഡെഗ്സൺ, സൗത്ത് ആഫ്രിക്കക്കാരിയാണ്. RSA എന്ന് പറയും, സൗത്ത് ആഫ്രിക്കക്കാരിയാണ്. WBFJA അവാർഡ്സ് അപർണ സെൻ ഹോണേർഡ് വിത്ത് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. എന്താണ് WBFJA? WB നമുക്ക് ഊഹിക്കാം, എന്താ, വെസ്റ്റ് ബംഗാളാണ്. വെസ്റ്റ് ബംഗാൾ ഫിലിം ജേർണലിസ്റ്റ് അസോസിയേഷൻ അവാർഡാണ് അപർണ സെൻ റീസെന്റ് ആയിട്ട് സ്വന്തമാക്കേണ്ട. എമിനന്റ് ഡയറക്ടർ അപർണ സെൻ വാസ് ഹോണേർഡ് വിത്ത് ദ സത്യജിത് റായ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് അറ്റ് ദ ആനുവൽ അവാർഡ് സെറിമണി ഓഫ് വെസ്റ്റ് ബംഗാൾ ഫിലിം ജേർണലിസ്റ്റ് അസോസിയേഷൻ ഫോർ ഹർ കോൺട്രിബ്യൂഷൻ ടു ഇന്ത്യൻ സിനിമ. ഇന്ത്യൻ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ കോൺട്രിബ്യൂഷനാണ് സത്യജിത് റായ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് അപർണ സെൻ റീസെന്റ് സ്വന്തമാക്കിയത്. മാണിക് ബാബർ മേഘ വൺ ദ ബെസ്റ്റ് ബംഗാളി ഫിലിം അവാർഡ്, വൈൽ ചന്ദൻ സെൻ വാസ് അവാർഡ് ദ ബെസ്റ്റ് ആക്ടർ അവാർഡ് ഫോർ ഹിസ് റോൾ ഇൻ ദ ഫിലിം. സോ മാണിക് ബാബർ മേഘ എന്താണ്, ബെസ്റ്റ് ബംഗാളി ഫിലിം അവാർഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഇനി ശ്രീജിത്ത് മുഖർജി ആൻഡ് Debale Bhattacharya were jointly awarded Best Director Award. Actress Rituparna Sengupta won Best Actress Award for her role അയോഗ്യ. ആ ഒരു കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. കാപ്പാട് ആൻഡ് ഷാൽ ബീച്ച് റിസീവ് പ്രസ്റ്റീജിയസ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ. 2025 പ്രഖ്യാപിക്കപ്പെട്ട ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ. ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ബീച്ചുകളുമായിട്ട് ബന്ധപ്പെട്ട ശുചിത്വം ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു അവാർഡ് നൽകുന്നത്. നമ്മുടെ കേരളത്തിലെ വളരെ ഫേമസ് ആയുള്ള കാപ്പാട് ബീച്ച് എവിടെയാണ്? കോഴിക്കോടാണ്. ഷാൽ ബീച്ച് എവിടെയാണ്? നമ്മുടെ സ്വന്തം കണ്ണൂരിലാണ്. ഞങ്ങളുടെ നാടാണ് കണ്ണൂർ, അതുകൊണ്ടാണ് സ്വന്തം എന്ന് പറഞ്ഞത്. സോ നിങ്ങൾ ഡിഫറെൻറ്റ് ഡിസ്ട്രിക്റ്റിലെ ആളുകളായിരിക്കും, നിങ്ങൾക്ക് ഒരുപാട് ബീച്ചുകളുണ്ടാവും, നല്ല നല്ല ബീച്ചുകൾ ഉണ്ടാവും നേക്കും. സോ കേരളാസ് ഐക്യോണിക് കാപ്പാട് ബീച്ച് ഇൻ കോഴിക്കോട് ആൻഡ് ഷാൽ ബീച്ച് in Kannur have earned the prestigious Blue Flag certification and international recognition award by the Denmark-based Foundation for Environmental Education. Okay, Denmark-based Foundation for Environmental Education ആയിട്ടുള്ള FEE എന്ന് പറയും, Foundation for Environmental Education. സോ അവരാണ് ഈ ഒരു അവാർഡ് നൽകുന്നത്. ദിസ് ഹോണർ റിഫ്ലെക്ട്സ് കേരളാസ് ഓൺഗോയിങ് ഡെഡിക്കേഷൻ ടു എൻവയോൺമെന്റൽ കൺസർവേഷൻ ആൻഡ് സസ്റ്റൈനബിൾ ടൂറിസം. ഓൾറെഡി കേരളത്തിന്റെ റെസ്പോൺസിബിൾ ടൂറിസം മിഷനില്ലേ, ഉത്തരവാദിത്തപരമായുള്ള ടൂറിസവും കാര്യങ്ങളും ആ ഒരു മിഷനില്ലേ, സോ ആ ഒരു മിഷന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഇന്ത്യസ് 13 ബ്ലൂ ഫ്ലാഗ് ബീച്ചസ്, നമ്മുടെ ഇന്ത്യക്ക് 13 ബ്ലൂ ഫ്ലാഗ് ബീച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. കാപ്പാടും ചാലൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ്. നെക്സ്റ്റ് എന്താണ്? 97th അക്കാഡമി അവാർഡ് വിന്നേഴ്സ്, 97ാമത്തെ അക്കാഡമി അവാർഡ് വിന്നേഴ്സ് അല്ലേ. 2025 മാർച്ച് 2-ാം തീയതിയാണ് ലോസ് ആഞ്ചലസിൽ വെച്ചിട്ടാണ് ഈ ഒരു അവാർഡും കാര്യങ്ങളും നൽകപ്പെട്ടത്. 97th അക്കാഡമി അവാർഡ് സെറിമണി ടുക്ക് പ്ലേസ് ഓൺ March 2, 2025 at ലോസ് ആഞ്ചലസ്. ഫിലിം അനോറ ബൈ സീൻ Baker secured the most 5 Oscar including Best Film, Best Director, Best Actress, Best Original Screenplay and Best Film
എഡിറ്റിംഗ്. സോ 5 അവാർഡുകൾ എന്താണ് അനോറ എന്ന് പറയുന്ന മൂവി സ്വന്തമാക്കി. അതിൻ്റെ ഡയറക്ടർ സീൻ ബേക്കറാണ്. അതിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം. ദ അവാർഡ് വാസ് എസ്റ്റാബ്ലിഷ് 1929. അതായത് ഓസ്കാർ അവാർഡ് ആദ്യമായിട്ട് നൽകപ്പെട്ടത് 1929. ലേറ്റസ്റ്റ് ഓസ്കാർ അവാർഡൊക്കെ വരാനിരിക്കുകയാണ്. ദേ ആർ പ്രസന്റഡ് ബൈ അക്കാഡമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആർട്സ് ആൻഡ് സയൻസ്. ആരാണ് നൽകുന്നത് എന്ന രീതിയിലൊക്കെ ചോദിക്കാം. സോ ഇത് പഠിച്ചു വെച്ചു. ബെസ്റ്റ് പിക്ചർ ഏതാണ്? അനോറയാണ്. ഓക്കെ, ഈ ഒരു കളർ ഇവിടെ വരുമ്പോൾ പ്രശ്നമാണ് അല്ലേ. റെഡ് വരുന്നതുകൊണ്ട്, കോമൺ ആയിട്ട് വരുന്നതുകൊണ്ടാണ് ഞാൻ റെഡ് മാറ്റിയത്. വേറെ കളർ പിടിക്കാം. നമുക്ക് ഈ ഒരു കളർ എവിടെയും പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. സോ ബെസ്റ്റ് ആക്ടർ എന്താണ്? ദ ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്ന മൂവിയുമായിട്ട് ബന്ധപ്പെട്ട ആഡ്രിയൻ ബ്രോഡിയാണ്. ബെസ്റ്റ് ആക്ട്രസ് അനോറ എന്ന് പറയുന്ന മൂവിയുമായിട്ട് ബന്ധപ്പെട്ട മിക്കി മാഡിസൺ ആണ്. മോസ്റ്റ് നോമിനേഷൻ 13 നോമിനേഷനാണ് എമിലിയ പെലേസിനാണ്. ബിഗസ്റ്റ് വിന്നർ 5 ഓസ്കാറുമായിട്ട് ബന്ധപ്പെട്ട അനോറയ്ക്കാണ്. ബെസ്റ്റ് ഡയറക്ടർ അനോറയുമായിട്ട് ബന്ധപ്പെട്ട സീൻ ബേക്കറാണ്. ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം ഐ ആം സ്റ്റിൽ ഹിയർ എന്താണ്? ബെസ്റ്റ് അനിമേറ്റഡ് ഫീച്ചർ ഫിലിം ഫ്ലോ എന്ന് പറയുന്ന മൂവിയാണ്. ലയണൽ മെസ്സി ഹോണേഡ് വിത്ത് ദ US പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം. റീസെൻ്റ് ആയിട്ട് US പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം ലഭിക്കപ്പെട്ട സ്പോർട്സ് പേഴ്സൺ ആരാണെന്ന് ചോദിച്ചാൽ മറ്റാരുമല്ല, ലയണൽ മെസ്സിയാണ്. ക്യാപ്റ്റൻ ഓഫ് അർജന്റീന മെൻസ് ഫുട്ബോൾ ടീം ഹോണേഡ് വിത്ത് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം, ദ കൺട്രീസ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ്. ഈ പറയുന്ന US എന്താണ് നൽകുന്ന ഹയസ്റ്റ് സിവിലിയൻ ഹോണറാണ് ലയണൽ മെസ്സിക്ക് റീസെൻ്റ് നൽകി US പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം. ദിസ് റെക്കഗ്നീഷൻ മേക്കിംഗ് ഹിം ദ ഫസ്റ്റ് മെയിൽ ഫുട്ബോളർ ടു റിസീവ് ദിസ് പ്രസ്റ്റീജിയസ് ഹോണർ. ആദ്യമായിട്ടാണ് ഒരു പുരുഷ താരത്തിന് എന്താണ്, ഇതിനു മുൻപ് മേഗൻ റപ്പിനോ എന്ന് പറയുന്ന അമേരിക്കൻ വനിതാ ഫുട്ബോളർക്കൊക്കെ ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒരു മെയിൽ ഫുട്ബോളർക്ക് പോലും എന്താണ് ഈ പറയുന്ന അവാർഡ് ലഭിച്ചില്ല. ദിസ് റെക്കഗ്നീഷൻ മേക്കിംഗ് ഹിം ദ ഫസ്റ്റ് മെയിൽ ഫുട്ബോളർ ടു റിസീവ് ദിസ് പ്രസ്റ്റീജിയസ് ഓണർ. ലയണൽ മെസ്സി ഈസ് നൗ ദ സെക്കൻഡ് ഫുട്ബോളർ എവർ ടു റിസീവ് ദ US പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം. ദ ഫസ്റ്റ് വാസ് മേഗൻ റപ്പിനോ, an American women's football star who was honored in 2022. 2002 എന്നാണോ ഞാൻ പറഞ്ഞത്? 2022. ഓക്കെ, 2022. ഞാൻ ഈ ഒരു ക്ലാസ് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന പോലെ ഉണ്ടാവും. നിങ്ങൾ മുന്നിലുള്ളത് ആ രീതിയിലൊന്ന് ഇമാജിൻ ചെയ്തിട്ട് ക്ലാസ് എടുക്കുന്നതുകൊണ്ടാണ് കുറച്ചുകൂടെ അങ്ങനെയാണ് എനിക്ക് കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് എടുക്കാൻ വേണ്ടി പറ്റുക. അല്ലെങ്കിൽ ഞാൻ എന്താണ്, എനിക്ക് ബോറടിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലുണ്ട്, ഞാൻ പറയുന്ന തെറ്റ് നിങ്ങൾ കാണുന്നുണ്ട് എന്ന രീതിയിലാണ് ഞാൻ അങ്ങനെ സംസാരിക്കുന്നത്. അതിൽ ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുന്നു. സോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തൽക്കാലം നിങ്ങളൊന്ന് സഹകരിക്കണം. ഓക്കെ, അത്രയും പറയാനുള്ളൂ. നാഗാലാൻഡ്സ് ഫോറസ്റ്റ് പ്രൊജക്ട് റെക്കഗ്നൈസ്ഡ് വിത്ത് സ്കോച്ച് അവാർഡ്. 2024 സ്കോച്ച് അവാർഡ് 2025 ഫെബ്രുവരി മാസത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. 100th സ്കോച്ച് സമ്മിറ്റ് ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന സമയത്താണ് ഈ ഒരു അവാർഡ് പ്രഖ്യാപിക്കപ്പെട്ടത്. നാഗാലാൻഡ് ഫോറസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്ട് NFMP എന്ന് പറയും won Scotch Award 2024 at the 100th Scotch Summit on February 15, 2025 in ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന 100ാമത്തെ സ്കോച്ച് സമ്മിറ്റിനാണ് നാഗാലാൻഡ് ഫോറസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്ട് എന്താണ് 2024 സ്കോച്ച് അവാർഡ് ലഭിച്ചത്. ദ അവാർഡ് വാസ് റിസീവ്ഡ് ബൈ ആംഗോ കൊന്യാക്ക് ആൻഡ് വെണ്ണി കൊന്യാക്ക്. ആരൊക്കെയാണ്? ആംഗോ കൊന്യാക്കും വെണ്ണി കൊന്യാക്കുമാണ്. അതായത് നാഗാലാൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളാണ്. DEFCC എന്ന് പറയും. നാഗാലാൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻവയോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. NFMP ഫോക്കസ് ഓൺ ഫോറസ്റ്റ് കൺസർവേഷൻ, റീഹാബിലിറ്റേഷൻ ആൻഡ് സസ്റ്റൈനബിൾ പ്രൊജക്ട്. അതുകൂടെ ഒന്ന് ഓർത്തു വയ്ക്കാം. പൂർണിമ ദേവി ബർമൻ നെയ്മഡ് ടൈംസ് വുമൺ ഓഫ് ദ ഇയർ ലിസ്റ്റ്. 2025 ടൈം മാഗസീനുമായിട്ട് ബന്ധപ്പെട്ട വുമൺ ഓഫ് ദ ഇയർ ലിസ്റ്റ് വന്ന സമയത്ത് അതിലെന്താണ് പൂർണിമ ദേവി ബർമൻ എന്താണ് ലീഡിംഗ് ആയിട്ട് വന്നു അല്ലേ. നമ്മൾ നേരത്തെ എന്താണ് ഇതുപോലെ തന്നെ ടോപ്പ് 100 ഇൻഫ്ലുവൻഷ്യൽ വുമൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട അവാർഡാണ് ടൈം മാഗസീൻ്റെ വുമൺ ഓഫ് ദ ഇയർ 2025 ആയിട്ട് ഇന്ത്യൻ കൺസർവേഷനിസ്റ്റ് ആയിട്ടുള്ള പൂർണിമ ദേവി ബർമൻ വന്നിട്ടുണ്ട്. ഇന്ത്യൻ കൺസർവേഷനിസ്റ്റ് പൂർണിമ ദേവി ബർമൻ ഹാസ് മെയ്ഡ് എ ടു ടൈം മാഗസീൻസ് വുമൺ ഓഫ് ദ ഇയർ 2025 ലിസ്റ്റ് ഫോർ ഹർ എക്സെപ്ഷണൽ കോൺട്രിബ്യൂഷൻ to wildlife conservation. Devi Bharman from Assam is the only Indian woman featured on the prestigious list with 12 other global honors. Okay, so ഇവിടെ ഏക ഇന്ത്യക്കാരെന്ന് പറയാം അല്ലേ. സോ അതുകൂടെ അവിടെ ഓർത്ത് വെച്ചാൽ മതി. ഈ ഒരു ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് 12 മറ്റ് ഗ്ലോബൽ ഹോണറീസ് കൂടിയുണ്ട്. ടൈം മാഗസീൻസ് വുമൺ ഓഫ് ദ ഇയർ 2025 അവിടെ എന്താണ് എക്സ്ട്രാ ഓർഡിനറി ലീഡേഴ്സിനെ തന്നെയാണ് അവിടെ പ്രതിനിധീകരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചാൽ മതി. ഞാൻ വായിച്ചാൽ മതി എന്ന് പറയുന്നത് എനിക്ക് മടിയായത് കൊണ്ടല്ല, സമയം കളയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്നു. ഇന്റർനാഷണൽ ബുക്ക് 2025 കന്നഡ ബുക്ക് ഹിസ്റ്റോറിക് ലോങ് ലിസ്റ്റ്. ഇതേ ഈ പറയുന്ന കാര്യം അങ്ങോട്ട് ഇനിയും പറയും. അവിടെ എന്താണ് ഹാർഡ് ലാമ്പ് വിജയം സ്വന്തമാക്കിയിട്ട് നേട്ടം സ്വന്തമാക്കിയിട്ടുണ്ട്. അത് നമ്മൾ ഒന്നുകൂടെ പറയും. ഈ ഒരു കാര്യം നമുക്ക് റിപ്പീറ്റിംഗ് ആയിട്ട് കേട്ട് പഠിക്കണം. കാരണം എന്താണ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ഇനിയും വരും. ദ 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലോങ് ലിസ്റ്റ് ഫീച്ചേഴ്സ് 13 ബുക്സ്. അതിൽ 11 നോവൽസും 2 ഷോർട്ട് സ്റ്റോറി കളക്ഷൻസുമാണ് വരുന്നത് അല്ലേ. കന്നഡ ഓതർ ഭാനു മുസ്താഖ്സ് ഷോർട്ട് സ്റ്റോറി കളക്ഷൻ ഓൾറെഡി പരീക്ഷയ്ക്ക് വന്നു. പേരും ബുക്കിൻ്റെ പേരും ഭാനു മുസ്താഖിൻ്റെ പേര്, ബുക്കിൻ്റെ പേര് ഏത് ഭാഷക്കാരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ട്രാൻസ്ലേറ്റ് ചെയ്ത ആരാണ്? ദ
ഒക്കെ വന്ന ചോദ്യമാണ് അല്ലേ. കന്നഡ ഓതർ ഭാനു മുസ്താഖ് ഷോർട്ട് സ്റ്റോറി കളക്ഷൻ ഹാർട്ട് ലാമ്പ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഇംഗ്ലീഷ് ബൈ ദീപ ബസ്തി ഹാസ് been longlisted for the esteemed International Booker Prize 2025. This is the first time a Kannada work has been featured on the long list, which honors outstanding translated fiction. ആദ്യമായിട്ടാണ് ഒരു കന്നഡ വർക്കിന്, കന്നഡയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാഹിത്യ സൃഷ്ടിക്ക് ഈ പറയുന്ന ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിക്കുന്നത്. ഇവിടെ ലോങ് ലിസ്റ്റ് ചെയ്യപ്പെട്ട കാര്യമാണ്. ഇതിനു മുൻപ് 2022 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് സ്വന്തമാക്കിയ തോംബോ സാൻഡ് ആണ്. ഗീതാഞ്ജലി ശ്രീയുടെ തോംബോ സാൻഡ് ആണ് 2022 വിന്നർ. ഫസ്റ്റ് ഹിന്ദി നോവൽ ടു വിൻ ആണ്. പിന്നെ പെരുമാൾ മുരുകൻ്റെ ലോങ് ലിസ്റ്റേ ചെയ്യപ്പെട്ടിട്ടില്ല, അതിന് വിജയിച്ചുള്ള തമിഴ് നോവലാണ്, അത് കൂടെ ഓർത്ത് വെച്ചാൽ മതി. ബാഫ്ത അവാർഡ് 2025 2025 ബാഫ്ത അവാർഡ്, നമ്മുടെ ഗോൾഡൻ ഗ്ലോബും അക്കാഡമി അവാർഡും ബാഫ്ത അവാർഡൊക്കെ പറയുമ്പോൾ മാറിപ്പോയത് മക്കളെ, മാറിപ്പോയാൽ തീർന്നു. ദ 70th ബ്രിട്ടീഷ് അക്കാഡമി ഫിലിം അവാർഡ്, അതാണ് ബാഫ്ത award, more commonly known as BAFTAs, was a ceremony honoring films of any nationality that were screened in ബ്രിട്ടീഷ് സിനിമാസ് ഇൻ 2024. 2024 ബ്രിട്ടീഷ് സിനിമാസിലാണ് ഇത് സ്ക്രീൻ ചെയ്യപ്പെട്ടത് അല്ലേ. ദ ഫ്രഞ്ച് ക്രൈം മ്യൂസിക്കൽ എമിലിയ പെരേസ് ട്രിംഫഡ് അഗെയിൻ ഡിഫീറ്റ് ഓൾ വി ഇമേജിൻ ആസ് ലൈറ്റ് ഫോർ ബെസ്റ്റ് ഫിലിം നോട്ട് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. അവിടെ എന്താണ് ഫ്രഞ്ച് ക്രൈം മ്യൂസിക്കൽ എമിലിയ പെരേസ് എന്താണ് ബാഫ്ത അവാർഡ് സ്വന്തമാക്കി അല്ലേ. ഓൾ വി ഇമേജിൻ ആസ് ലൈറ്റ് അതെന്താണ്, നമ്മുടെ ഇന്ത്യൻ ഫിലിമാണ്. ആ കനി കുസൃതിയും അതുപോലെ തന്നെ പായൽ ഖബാഡിയൊക്കെ ആ ഒരു മൂവിയിലെ ആ മൂവിയാണത്. ദിവ്യപ്രഭ, കനി കുസൃതി, പായൽ ഖബാഡി ഇവരൊക്കെ ചേർന്നിട്ടുണ്ടായിരുന്ന ഒരു മൂവിയാണ്, ഇന്ത്യൻ മൂവിയാണ്. സപ്പോസ് അവിടെ ലഭിച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഇന്ത്യക്ക് തന്നെ അഭിമാനിക്കാം, മലയാളികൾക്ക് ഒരുപാട് അഭിമാനിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമായിരുന്നു. സോ അതിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് എമിലിയ പെരേസ് ഉയർന്നു വന്നത്. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് വാസ് ഓൺലി ദ 7th ഇന്ത്യൻ ഫിലിം എവർ നോമിനേറ്റഡ് ഇൻ ദ ബെസ്റ്റ് ഫിലിം നോട്ട് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് കാറ്റഗറി. 7th നോമിനേഷനാണ്. ബെസ്റ്റ് ഫിലിമായിട്ട് ഇവിടെ വന്നത് എന്താണ്, കോൺക്ലേവ് ആണ്. ഇവിടെ എമിലിയ പെരേസ് നമ്മൾ പറഞ്ഞത് ബെസ്റ്റ് ഫിലിം നോട്ട് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. ബെസ്റ്റ് ഫിലിം കോൺക്ലേവ് ആണ്. ബെസ്റ്റ് ബ്രിട്ടീഷ് ഫിലിം കോൺക്ലേവ് ആണ്. ബെസ്റ്റ് ആക്ടർ അഡ്രിൻ ബ്രോഡി, ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്ന മൂവിയുമായിട്ട് ബന്ധപ്പെട്ട്. ബെസ്റ്റ് ആക്ട്രസ് മിക്കി മാഡിസ് ആണ് ബെസ്റ്റ് ആക്ട്രസ്. അതുപോലെ എന്താണ് ബെസ്റ്റ് ഡയറക്ടർ വരുന്നത് ബ്രാഡി കോർബറ്റ് ആണ്. ആ ബ്രൂട്ടലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത്. മോസ്റ്റ് അവാർഡ്സ് എന്നാണ് ബ്രൂട്ടലിസ്റ്റും കോൺക്ലേവും രണ്ടും 4 അവാർഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ നോമിനേഷൻ, അവാർഡ് സ്വന്തമാക്കുന്നത് വേറെ, നോമിനേഷൻ വേറെ, ആ ഒരു ബുദ്ധിയുണ്ടല്ലോ. ഓക്കെ, മോസ്റ്റ് നോമിനേഷൻ 12 അത് കോൺക്ലേവിനാണ്. നെക്സ്റ്റ് എന്താണ്, മനു ഭാക്കർ വിൻസ് BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ 2024. 2024 BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ അവാർഡ് എന്താണ് മനു ഭാക്കർ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഒളിമ്പിക് medal winner shooter Manu Baker has won a BBC Indian Sports Woman of the Year award for 2024. This award recognizes her historic achievement of winning 2 bronze medals at the Paris 2024 Olympics, making her first Indian woman to achieve this feat. ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ആരോ മനു ബാക്കർ അല്ലേ. പാര ആർച്ചർ ശീതൽ ദേവി വാസ് നെയ്മഡ് ദ എമേർജിംഗ് അത്ലറ്റ് ഓഫ് ദ ഇയർ. ഇവിടെ നോമിനേഷനിൽ പോയിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് പാര ആർച്ചറായുള്ള ശീതൽ ദേവി. അവർ പാര വിഭാഗത്തിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. മിഥാലി രാജ് എന്താണ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഫോർ ഹെർ കോൺട്രിബ്യൂഷൻ ടു ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് സ്വന്തമാക്കി. ഇനി അവാനി ലഖേർ എന്താണ് മെയിൽവെൽ വാസ് പ്രസന്റഡ് വിത്ത് പാരാ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ് 2024. 2024 പാരാ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ് അവാനി ലഖേരിയും സ്വന്തമാക്കി. ഓക്കെ, ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പം ഈ പറയുന്ന ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ് 2024 പറയുന്ന കൂട്ടത്തിൽ മറ്റു കാര്യങ്ങൾ കൂടെ പറയണം, കാരണം പരീക്ഷയ്ക്ക് അത് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ അവാർഡ് അല്ലെങ്കിൽ ISWOTY എന്ന് പറയും. ആനുവലി എന്താണ് നൽകാറുണ്ട്. അതിനിടയിൽ ആനുവലി എന്ന് പറയുമ്പം ചില വർഷങ്ങൾ നൽകിയിട്ടില്ല അല്ലെങ്കിൽ ലഭിച്ചിട്ടുള്ള ചില ആളുകൾക്ക് അവാർഡ്. 5th എഡിഷനാണ് ഈ വർഷം വന്നത്, അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. സോ അതർ നോമിനീസിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. മുൻപ് ലഭിച്ച 2019 ആദ്യമായിട്ട് ഈ അവാർഡ് നൽകപ്പെട്ടത്. ബാഡ്മിൻ്റൺ താരമായുള്ള PV സിന്ധുവിന് 2019 ആദ്യമായിട്ട് ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചു. 2020 കൊനേരു ഹംപി, ചെസ് താരമാണ് കൊനേരു ഹംപി. 2021 22 ഒരാൾക്കാണ്. ഓക്കെ, 2021 22 മീരാബായ് ഷാനാണ്, വെയിറ്റ് ലിഫ്റ്ററാണ്. 2023 ഈ ഒരു അവാർഡ് നൽകിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നോർമൻ റിച്ചാർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിംഗിൾ എഡിഷനിൽ 2 അവാർഡ്, അത് ജസ്റ്റ് ഞാൻ മനു ബാക്കറിൻ്റെ പേര് പറയുമ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് എന്താണ് വർഷ ഭരത് ബാഡ് ഗേൾ വിൻസ് നെറ്റ് പാക്ക് അവാർഡ് അറ്റ് IFFR. എന്താണ് കാര്യം, ഇന്റർനാഷണൽ
ഫിലിം ഫെസ്റ്റിവൽ റോട്ടർഡാം 2025 അവാർഡ്സിൽ വർഷ ഭരത്തിൻ്റെ ഡയറക്ടർ ഡെബ്യൂ ആയിട്ടുള്ള ബാഡ് ഗേൾ എന്താണ് നെറ്റ് പാക്ക് അവാർഡ് സ്വന്തമാക്കി. നെറ്റ്വർക്ക് ഫോർ ദ പ്രൊമോഷൻ ഓഫ് ഏഷ്യൻ ഗെയിംസ് അവാർഡ് സ്വന്തമാക്കി. നെറ്റ് പാക്ക് അവാർഡാണ് അല്ലേ. വർഷ ഭരത് ഡയറക്ടർ ഡെബ്യൂ. ബാഡ് ഗേൾ ഹാസ് വോൺ ദ പ്രസ്റ്റീജിയസ് നെറ്റ്വർക്ക് ഫോർ ദ പ്രൊമോഷൻ ഓഫ് ഏഷ്യൻ ഗെയിംസ് അവാർഡ് അറ്റ് ദ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ റോട്ടർഡാം 2025. ദ ഫിലിം പ്രസന്റഡ് ബൈ അക്ലെയിംഡ് ഫിലിം മേക്കേഴ്സ് അനുരാഗ് കശ്യപ് ആൻഡ് വെട്രിമാരൻ. ആരൊക്കെയാണ്? അനുരാഗ് കശ്യപും അതുപോലെ വെട്രിമാരനുമാണ് ഈ ഒരു ഫിലിം പ്രസന്റ് ചെയ്ത്. അപ്പാർട്ട് ഫ്രം ബാഡ് ഗേൾ, അതർ ഇന്ത്യൻ ഫിലിം ദാറ്റ് ഹാവ് വോൺ ദിസ് ഹോണർ അറ്റ് IFFR ഇൻക്ലൂഡ് അരുൺ കാർത്തിക്, നാസിർ. അതായത് ഇതിനു മുൻപ് ഈ ഒരു അവാർഡ് സ്വന്തമാക്കിയ മൂവീസാണ്. അരുൺ കാർത്തികിൻ്റെ നാസിക് 2019 അവസാനം. അതിനു മുൻപ് നൗക്കർ കി കമീസി 1990 ആണ്. പിന്നെ നമ്മുടെ വിധേയൻ മമ്മൂട്ടിയൊക്കെ അഭിനയിച്ച് തകർത്ത മൂവി ഉണ്ടല്ലോ വിധേയൻ, അടൂർ ഗോപാലകൃഷ്ണൻ്റെ വിധേയൻ 1995 സ്വന്തമാക്കി. ജെയിംസ് ആൻഡേഴ്സൺ അവാർഡ് നൈറ്റ്ഹുഡ് ഹോണർ. റീസെൻ്റ് ആയിട്ട് എന്താണ് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററുടെ ആ ഒരു നേതൃത്വത്തിൽ നൽകുന്ന അവാർഡ് ഉണ്ടല്ലോ, അതാണ് നൈറ്റ്ഹുഡ് അവാർഡ്. ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ഫോമർ ഇംഗ്ലണ്ട് ഫാസ്റ്റ് ബോളർ, ഇംഗ്ലണ്ട് ക്രിക്കറ്റ് താരമാണ് ജെയിംസ് ആൻഡേഴ്സൺ. ഹാസ് ബീൻ അവാർഡഡ് എ നൈറ്റ്ഹുഡ് ഫോർ ഹിസ് സർവീസസ് ടു ക്രിക്കറ്റ് ആസ് എ പാർട്ട് ഓഫ് ഫോമർ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ഋഷി സുനക്സ് റെസിഗ്നേഷൻ ഹോണർ ലിസ്റ്റ്. അദ്ദേഹം റിസൈൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു നൈറ്റ്ഹുഡ് അവാർഡിലേക്ക് ഇന്ന് ആളുകളെ പരിഗണിക്കണം എന്ന രീതിയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഋഷി സുനക് എന്താണ് ജെയിംസ് ആൻഡേഴ്സന്റെ പേര് കൂടെ അവിടെ ഉൾപ്പെടുത്തത്. ആൻഡേഴ്സൺ ഇസ് ഓൺലി സ്പോർട്സ് വുമൺ ഹു ഹാസ് മെയ്ഡ് ഇറ്റ് ടു ദ ലിസ്റ്റ്. ഈ പറയുന്ന നൈറ്റ്ഹുഡ് ഹോണർ ഉണ്ടല്ലോ അതിലേക്ക് വന്ന ഏക സ്പോർട്സ് താരം കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം എന്ന് പറയുമ്പോൾ ഫാസ്റ്റ് ബൗളേഴ്സിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് സ്വന്തമായിട്ടുള്ള താരം കൂടിയാണ്. ടെസ്റ്റ് ക്രിക്കറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം എന്താണ് മുത്തയ്യ മുരളീധരൻ്റെ 800 വിക്കറ്റും ഉണ്ട്. എല്ലാ ഫോർമാറ്റും കൂടെ കൂട്ടിയിട്ടാണ്. ഷെയ്ൻ വാട്സന്റെ 708 വിക്കറ്റുണ്ട്. അത് കഴിഞ്ഞാൽ എന്താണ് ഇദ്ദേഹത്തിൻ്റെയാണ് 704 വിക്കറ്റാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് അല്ലേ. പ്രസിഡന്റ് ദ്രൗപദി മുർമു കൺഫേർഡ് ഹോണറി ഡയറക്ടറേറ്റ് ഇൻ സ്ലോവാക്യ. ഇത്തരത്തിൽ നമ്മുടെ പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ ഇവർക്കൊക്കെ വിവിധ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അവാർഡും കാര്യങ്ങളും ലഭിക്കുന്നുണ്ടല്ലേ. പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് എന്താണ് ഹോണറി ഡോക്ടറേറ്റ് ഇൻ സ്ലോവാക്യ. സ്ലോവാക്യയുടെ എന്താണ് കോൺസ്റ്റന്റൈൻ ദ ഫിലോസഫർ യൂണിവേഴ്സിറ്റി ഇൻ നിധാരയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു അവാർഡ് നൽകിയത് അല്ലേ. പ്രസിഡന്റ് ദ്രൗപദി മുർമു വാസ് ഹോണർഡ് വിത്ത് ഹോണറി ഡയറക്ടറേറ്റ് ബൈ കോൺസ്റ്റന്റൈൻ ദ ഫിലോസഫർ യൂണിവേഴ്സിറ്റി ഇൻ നിധാര, സ്ലോവാക്യ on the final day of her 4-day state visit to Slovakia and പോർച്ചുഗൽ. ഓൾറെഡി 2025 ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് നമ്മുടെ പ്രധാനമന്ത്രിയായാലും പ്രസിഡന്റായാലും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 രാജ്യങ്ങളാണ് സ്ലോവാക്യയും പോർച്ചുഗലും. ദി പ്രസ്റ്റീജിയസ് റെക്കഗ്നീഷൻ വാസ് അവാർഡഡ് ഫോർ ഹർ ഡിസ്റ്റിങ്ക്യൂഷ്ഡ് പബ്ലിക് സർവീസ്, കമ്മിറ്റ്മെന്റ് ടു സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഹർ അഡ്വക്കസി ഫോർ എഡ്യൂക്കേഷൻ, വുമൻസ് എംപവർമെന്റ് ആൻഡ് കൾച്ചറൽ പ്രിസർവേഷൻ. ഈ ഒരു അവാർഡ് സെയിന്റ് കോൺസ്റ്റന്റൈൻ സിറിലിന്റെ പേരിലാണ് റീനെയിം ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ നൽകപ്പെടുന്നത്. നെക്സ്റ്റ് കുറച്ചധികം കാര്യങ്ങളുണ്ട്. IIFA അവാർഡ് 2025 2025 ഇന്റർനാഷണൽ ഇന്ത്യൻ ഫിലിം അക്കാഡമി അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാർക്കറ്റ് സ്പെക്ടാക്കുലർ സിൽവർ ജൂബിലി എഡിഷൻ 25 വർഷമുണ്ടല്ലേ. 25 വർഷമായിട്ട് ഈ ഒരു IIFA അവാർഡുമായിട്ട് ബന്ധപ്പെട്ട് രാജസ്ഥാനിൽ വെച്ചിട്ടാണ് നടന്നത്. ലാപ്പട്ട ലേഡീസ് ആണ് ഇവിടെ എന്താണ് ബെസ്റ്റ് അവാർഡ് സ്വന്തമാക്കി. ബിഗ്ഗസ്റ്റ് വിന്നർ, ഏറ്റവും കൂടുതൽ അവാർഡ് സ്വന്തമാക്കിയത് ലാപ്പട്ട ലേഡീസ് ആണ്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചത് ലാപ്പട്ട ലേഡീസ് അവാർഡ് സ്വന്തമാക്കിയതല്ല. ഈ പറഞ്ഞ ലാപ്പട്ട ലേഡീസ് ഉണ്ടല്ലോ അതിൻ്റെ ഡയറക്ടർ ആരെന്ന് ചോദിച്ചു. അത് കിരൺ റാവു ആണ് ലാപ്പട്ട ലേഡീസിൻ്റെ ഡയറക്ടർ. വിച്ച് ഇസ് after 10 awards establishing itself as the most celebrated film of the event. Other notable winner include Karthik Aryan who won the best actor. ഇതും പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. ആരായിരുന്നു ബെസ്റ്റ് ആക്ടർ എന്ന് ചോദിച്ചു. കാർത്തിക് ആര്യൻ ആണ്. ആൻഡ് ദ ആക്ഷൻ ത്രില്ലർ കില്ല് വിച്ച് ബാഗഡ് മൾട്ടിപ്പിൾ ട്രോഫീസ്. ബെസ്റ്റ് പിക്ചർ ഏതാണ്? ലാപ്പട്ട ലേഡീസ് ആണ് ബെസ്റ്റ് പിക്ചർ വരുന്നത്. ലാപ്പട്ട ലേഡീസ് ആണ്. ബെസ്റ്റ് ഡയറക്ടർ വരുന്നത് കിരൺ റാവു ആണ്. ലാപ്പട്ട ലേഡീസുമായിട്ട് ബന്ധപ്പെട്ടത് പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. ബെസ്റ്റ് പെർഫോമൻസ് ഇൻ ലീഡിംഗ് റോൾ മെയിൽ ആരാണ്? കാർത്തിക് ആര്യനാണ്. ഭൂൽ ഭുലയ്യ 3യുമായിട്ട് ബന്ധപ്പെട്ട് കാർത്തിക് ആര്യനാണ് ആ ബെസ്റ്റ് പെർഫോമൻസ് ഇൻ ലീഡിംഗ് റോൾ. ബെസ്റ്റ് പെർഫോമൻസ് ഇൻ ലീഡിംഗ് റോൾ ഫീമെയിൽ ആരാണ്? നിധാൻഷി ഗോയൽ. ലാപ്പട്ട ലേഡീസുമായിട്ട് ബന്ധപ്പെട്ട് അഭിനയിച്ച് തകർത്ത വനിതയാണ്. ബെസ്റ്റ് ഡയറക്ടർ ഡെബ്യൂ ആരാണ്? കുനാൽ ഖേമു ആണ്. മഡഗോൺ എക്സ്പ്രസുമായിട്ട് ബന്ധപ്പെട്ട് കുനാൽ ഖേമു ആണ്. ഔട്ട്സ്റ്റാൻഡിംഗ് അച്ചീവ്മെന്റ് ഇൻ ഇന്ത്യൻ സിനിമ രാകേഷ് റോഷനാണ്. ജയശ്രീ വെങ്കടേശൻ ഫസ്റ്റ് ഇന്ത്യൻ ടു റിസീവ് റംസാർ അവാർഡ് ഫോർ വെറ്റ്ലാൻഡ് വൈസ് യൂസ്. സോ എന്താണ് റംസാർ അവാർഡ് ഫോർ വെറ്റ്ലാൻഡ് വൈസ് യൂസ് സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യക്കാരി ആരാണ്? ജയശ്രീ വെങ്കടേശനാണ്. ഇത് ഓൾറെഡി വന്ന ചോദ്യമാണ്. ഞാൻ വന്ന ചോദ്യം എന്ന് പറയുന്നത് ഞാൻ തള്ളി വിടുന്നതല്ല. നിങ്ങൾക്ക് PYQ നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട് വന്ന ചോദ്യങ്ങൾ. സോ ഇനി എന്താണ് അത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്, പല കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഡോക്ടർ ജയശ്രീ വെങ്കടേശൻ ഹാസ് ബിക്കം ദ ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ ആനുവൽ പ്രസ്റ്റീജിയസ് റംസാർ അവാർഡ് ഇൻ വെറ്റ്ലാൻഡ് വൈസ് യൂസ് കാറ്റഗറി. വെറ്റ്ലാൻഡ് വൈസ് യൂസ് കാറ്റഗറിയുമായിട്ട് ബന്ധപ്പെട്ട റീസെന്റ് ആയിട്ട് ആനുവൽ പ്രസ്റ്റീജിയസ് റംസാർ അവാർഡ് ആര് സ്വന്തമാക്കി? ഡോക്ടർ ജയശ്രീ വെങ്കടേശൻ സ്വന്തമാക്കി. ഡോക്ടർ ജയശ്രീ വെങ്കടേശൻ വാസ് വൺ ഓഫ് ദ 12 വുമൺ included by Ramsar Secretariat
and it's the second edition of Women Change Maker of the World of Wetland. So ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതയായിട്ട് നമുക്ക് പറഞ്ഞുകൂടെ? പരീക്ഷയ്ക്ക് ചോദ്യം വന്നിട്ടില്ലേ? ഏത് കാറ്റഗറിയാണ്? വെറ്റ്ലാൻഡ് വൈസ് യൂസ് കാറ്റഗറിയാണ്. ആരാണ് ഈ ഒരു അവാർഡ് സ്വന്തമാക്കിയത്? ഡോക്ടർ ജയശ്രീ വെങ്കടേഷനാണ്. മുത്തൂട്ട് ഫിൻകോർപ്പ് വിൻസ് ഡബിൾ ഗോൾഡ് അറ്റ് സ്കോച്ച് അവാർഡ് 2025. 2025 സ്കോച്ച് അവാർഡ്സിൽ എന്താണ്? മുത്തൂട്ട് ഫിൻകോർപ്പ് ഡബിൾ അവാർഡ് സ്വന്തമാക്കി, അല്ലെ ഇരട്ട അവാർഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. മുത്തൂട്ട് ഫിൻകോർപ്പ് എ ലീഡിംഗ് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെഡിക്കേറ്റഡ് ടു എംപവറിംഗ് വുമൺ ഓൺട്രപ്രണീഴ്സ്. അവിടെ ലക്ഷ്യം എന്താണ്? വുമൺ ഓൺട്രപ്രണീഴ്സിനെ സഹായിക്കാൻ വേണ്ടി വിവിധ പദ്ധതികൾ അവർ കൊണ്ടുവന്നു. അങ്ങനെയാണ് ഗോൾഡ് അവാർഡ് അറ്റ് സ്കോച്ച് അവാർഡ് 2025 സ്വന്തമാക്കിയിട്ടാണ്. കസ്റ്റമർ സെൻട്രിക് ഡിജിറ്റൽ ഇനീഷ്യേറ്റീവും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവന്നു. ഹോക്കി ഇന്ത്യ അവാർഡ്സ് 2024 2024 ഹോക്കി ഇന്ത്യ അവാർഡ് പ്രഖ്യാപിച്ചു. ആരൊക്കെയാണ്? ഹർമൻപ്രീതും സവിതാ പൂനിയമാണ്. ഹർമൻപ്രീത് സിംഗും ഹർമൻപ്രീത് കൗർ അല്ല, മാറിപ്പോയത്. ഹർമൻപ്രീത് കൗർ ആരാണ്? ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട താരമാണ്, വനിതാ താരമാണ്. ഹർമൻപ്രീത് സിംഗ് ആൻഡ് സവിതാ പൂനിയ വോണ് ബൽബീർ സിംഗ് സീനിയർ അവാർഡ് ഫോർ പ്ലെയർ ഓഫ് ദി ഇയർ മെൻസ് ആൻഡ് വുമൻസ് കാറ്റഗറി റെസ്പെക്റ്റീവ്ലി. അവിടെ ഓർത്തു വയ്ക്കേണ്ട കാര്യമാണ്, ബൽബീർ സിംഗ് സീനിയർ അവാർഡാണ് ഇത്തരത്തിലെ ഹോക്കി ഇന്ത്യ അവാർഡ്സുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡ്. ദിസ് വാസ് ഹർമൻപ്രീത് സെക്കൻഡ് ബൽബീർ സിംഗ് അവാർഡ്. ഹർമൻപ്രീതിന്റെ രണ്ടാമത്തെ ബൽബീർ സിംഗ് സീനിയർ അവാർഡാണ്. He was also named FIS Men's Player of the Year 2024 അവാർഡ്. 2024 FIS Men's Player of the Year അവാർഡ് ഇദ്ദേഹം ഓൾറെഡി സ്വന്തമാക്കി. ഫോമർ Indian women's hockey team skipper Savita Punia, who crossed the 300 international cap milestone this year, meanwhile earned her third Balbir Singh Senior Player of the Year award. ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ പറയുന്ന സവിത പൂനിയ ഉണ്ടല്ലോ, അവരുടെ മൂന്നാമത്തെ ബൽബീർ സിംഗ് സീനിയർ പ്ലെയർ ഓഫ് ദ ഇയർ അവാർഡാണ്. സവിത ഓൾസോ വോൺ ദ ഗോൾ കീപ്പർ ഓഫ് ദി ഇയർ അവാർഡ്. ഗോൾ കീപ്പർ ഓഫ് ദി ഇയർ അവാർഡും സ്വന്തമാക്കിയിട്ടുണ്ട്. ഹോക്കി ഇന്ത്യ ഓൾസോ ഹോണേഡ് വിത്ത് വിക്ടോറിയസ് ഇന്ത്യൻ സ്ക്വാഡ് ഫ്രം 1975 വേൾഡ് കപ്പ് വിത്ത് ദ മേജർ ധ്യാൻചന്ദ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. ഓക്കെ, സോ അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. നമ്മുടെ ഇന്ത്യൻ ടീം 1975 വേൾഡ് കപ്പ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നില്ലേ? അത്തരത്തിൽ അതിൻ്റെ ഏതാണ്ട് 50 വർഷവും നമ്മൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. ഹോക്കി ഇന്ത്യ ബൽജിത്ത് സിംഗ് അവാർഡ് ഫോർ ഗോൾ കീപ്പർ ഓഫ് ദി ഇയർ. ഗോൾ കീപ്പർ അവാർഡ് മാറ്റാണ്. നമ്മൾ ബൽബീർ സിംഗ് സീനിയർ പറഞ്ഞത് എന്താണ്? ബെസ്റ്റ് മെയിൽ പ്ലെയർ, ബെസ്റ്റ് ഫീമെയിൽ പ്ലെയർ ആണ്. ഇവിടെ ഹോക്കി ഇന്ത്യ ബൽജിത്ത് സിംഗ് അവാർഡ് കാറ്റഗറി മാറി. ബൽബീറും ബൽജിത്തും രണ്ടും രണ്ടാണ് മാറിപ്പോയത്. ഗോൾ കീപ്പർ ഓഫ് ദ ഇയർ അവാർഡ് സവിത പൂനിയാണ്. ഹോക്കി ഇന്ത്യ ഹർഗാട്ട് സിംഗ് അവാർഡ് ഫോർ ഡിഫൻഡർ ഓഫ് ദി ഇയർ അവാർഡ് ആർക്കാണ്? അമിത് റോഹിദാസിനാണ്. ഹോക്കി ഇന്ത്യ അജിത് പാൽ സിംഗ് അവാർഡ് ഫോർ മിഡ്ഫീൽഡർ ഓഫ് ദി ഇയർ ഹർദിക് സിംഗ് ആണ്. ഹോക്കി ഇന്ത്യ ധൻരാജ് പിള്ളെ, മലയാളിയാണല്ലേ, അവാർഡ് ഫോർ ദ ഇയർ അഭിഷേകിനാണ്. ഹോക്കി ഇന്ത്യ അസുന്ദ ലാക്ര അവാർഡ് ഫോർ അപ്കമിംഗ് പ്ലെയർ ഓഫ് ദി ഇയർ വുമൺ ആരാണ്? ദീപികയാണ്. സെയിം കാര്യം തന്നെ എന്താണ്? ജുഗ്രാജ് സിംഗ് അപ്കമിംഗ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് മെൻ കാറ്റഗറിയിൽ അണ്ടർ 21 റൈജീത്ത് സിംഗ് ഹുന്ദാലിനാണ് സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചത്. നെക്സ്റ്റ് എന്താണ്? RBI വിൻസ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് 2025 ഫോർ പ്രവാഹ് ആൻഡ് സാർത്തി ഇനീഷ്യേറ്റീവ്. മറ്റ് അവാർഡ് കാറ്റഗറിയാണ് അല്ലേ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വളരെ പ്രധാനപ്പെട്ട 2 അവാർഡ്സ് എന്താണ്? ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, RBIയുടെ ആ ഒരു കാര്യങ്ങൾക്ക് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് കിട്ടിയെന്നാണ്. RBI കൊണ്ടുവന്ന കാര്യമാണ്, അതിന് 2 അവാർഡ് കിട്ടി, അതാണ് ഉദ്ദേശിച്ചത്. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI ഹാസ് ബീൻ സെലക്ടഡ് ഫോർ ദ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് 2025 ബൈ സെൻട്രൽ ബാങ്കിങ് അറ്റ് ലണ്ടൻ UK. സെൻട്രൽ ബാങ്കിങ് ആണ് ഈ ഒരു അവാർഡ്, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് RBI കൊണ്ടുവന്ന വളരെ പ്രധാനപ്പെട്ട 2 പദ്ധതികൾ, പ്രവാഹ് അതുപോലെ സാരഥി പദ്ധതികൾക്ക് അവാർഡ് ലഭിച്ചു. ദ സെൻട്രൽ ബാങ്ക് വാസ് അവാർഡ് ഫോർ ഇറ്റ്സ് ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ് നെയ്മഡ് പ്രവാഹ് ആൻഡ് സാരഥി വിച്ച് വർ ഡെവലപ്ഡ് by its in-house developer ടീം. പ്രവാഹം സാരഥിയും. സാരഥി 2023 ലോഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നത്. മെയിനായിട്ട് ഇന്റേണൽ വർക്ക് ഫ്ലോയും കാര്യങ്ങളൊക്കെ എന്താണ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് RBI's ഇന്റേണൽ വർക്ക് ഫ്ലോ enabling its employees to store and share document securely, improving record management and increasing the options for data analysis through reports and dashboard. In May 2024 RBI took the second step in digital transformation by launching പ്രവാഹ് പിന്നീട് ലോഞ്ച് ചെയ്തു. നെക്സ്റ്റ് എന്താണ്? ഹൈഡ്രോളജിസ്റ്റ് ഗുണ്ടർ ബ്ലൂഷിൽ വിൻസ് 2025 സ്റ്റോക്ക് ഹോം വാട്ടർ പ്രൈസ്. 2025 സ്റ്റോക്ക് ഹോം വാട്ടർ പ്രൈസ് ഹൈഡ്രോളജിസ്റ്റ് ആയുള്ള ഗുണ്ടർ ബ്ലൂഷിൽ എന്താണ് സ്വന്തമാക്കി. ഗുണ്ടർ ബ്ലൂഷിൽ റെനോൺഡ് ഹൈഡ്രോളജിസ്റ്റ് ഹാസ് ബീൻ അവാർഡ് 2025 സ്റ്റോക്ക് ഹോം വാട്ടർ പ്രൈസ് ഫോർ ഹിസ് പൈനിയറിംഗ് റിസർച്ച് ഓൺ ഫ്ലഡ് റിസ്ക് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്ട് ഗ്ലോബലി. ഓക്കെ, സോ ഗുണ്ടർ ബ്ലൂഷിൽ എന്താണ് 2025 സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് സ്വന്തമാക്കി. പ്രസന്റഡ് ബൈ സ്റ്റോക്ക്ഹോം വാട്ടർ ഫൗണ്ടേഷൻ ഇൻ കൊളാബറേഷൻ വിത്ത് റോയൽ സ്വീഡിഷ് അക്കാഡമി ഓഫ് സയൻസസ്. ഈ ഒരു അവാർഡ് നൽകുന്നത് സ്റ്റോക്ക്ഹോം വാട്ടർ ഫൗണ്ടേഷൻ ഒറ്റയ്ക്കല്ല, റോയൽ സ്വീഡിഷ് അക്കാഡമി ഓഫ് സയൻസസുമായിട്ട് ചേർന്നിട്ടാണ്. എസ്റ്റാബ്ലിഷ്ഡ് 1991 ആസ് എ പാർട്ട് ഓഫ് സ്റ്റോക്ക്ഹോം വാട്ടർ ഫെസ്റ്റിവൽ സെലിബ്രേറ്റിംഗ് സ്വീഡൻസ് കമ്മിറ്റ്മെന്റ് ടു
ക്ലീൻ വാട്ടർ. അതൊക്കെ ഒന്ന് വായിച്ചാൽ മതി. സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്കൾപ്ചർ റാം സത്തർ കൺഫേർഡ് വിത്ത് മഹാരാഷ്ട്ര ഭൂഷൺ അവാർഡ്. വളരെ പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് മഹാരാഷ്ട്ര ഭൂഷൺ അവാർഡ്. അത് റീസെൻ്റ് ആയിട്ടുള്ള സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ശില്പിയായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ശില്പിയാണ്, അങ്ങനെ പല രീതിയിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹമാണ് ഈ പറയുന്ന എന്താണ് മഹാരാഷ്ട്ര ഭൂഷൺ അവാർഡ് റീസെൻ്റ് ആയിട്ട് സ്വന്തമാക്കിയത്. റെനോൺഡ് സ്കൾപ്ചർ രാംവി സത്തർ, ദ ഡിസൈനർ ഓഫ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി, ഹാസ് ബീൻ അവാർഡഡ് മഹാരാഷ്ട്രസ് ഹയസ്റ്റ് സിവിലിയൻ ഓണർ, ദ മഹാരാഷ്ട്ര ഭൂഷൺ. മഹാരാഷ്ട്രയുടെ ഹയസ്റ്റ് സിവിലിയൻ ഓണർ ഏതാണ്? മഹാരാഷ്ട്ര ഭൂഷൺ. ഇപ്പം നമ്മുടെ കേരളവുമായിട്ട് ബന്ധപ്പെട്ട കേരളത്തിൽ ഇപ്പം കേരള ജ്യോതി കാര്യങ്ങൾ അവാർഡ് നൽകുന്നുണ്ടല്ലേ, അതുപോലെ തന്നെ മഹാരാഷ്ട്രയുടെ ഹയസ്റ്റ് റെക്കഗ്നീഷനാണ് മഹാരാഷ്ട്ര ഭൂഷൺ. 25 ലക്ഷം രൂപ മെമൻറ്റോ ആണല്ലേ. സോ 25 ലക്ഷം രൂപ, ഞാൻ പണ്ടൊക്കെ മൊമെൻറ്റോ എന്നാണ് ആലോചിച്ച് വെച്ചത്, മെമൻറ്റോ ആണ്. ഓക്കെ, 25 ലക്ഷം രൂപയും മെമൻറ്റോ ആണ് സമ്മാനമായിട്ട് നൽകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ റിവാർഡായിട്ട് നൽകുന്നത്. ഇദ്ദേഹം എന്താണ് ഓൾറെഡി ഡോക്ടർ ബാബ സാഹേബ് അംബേദ്കർ അല്ലെങ്കിൽ ബി ആർ അംബേദ്കറിന്റെ സ്റ്റാച്യൂവും കാര്യങ്ങളും ചൈതന്യഭൂമി മുംബൈയിൽ കൊണ്ടുവരാൻ വേണ്ടി ലക്ഷ്യമുണ്ടായിരുന്നു. ബോൺ ഇൻ ധൂലെ മഹാരാഷ്ട്ര ആൻഡ് റീസെൻ്റ്ലി ടേൺഡ് 100 ഇയർ ഓൾഡ്. 100 വർഷം അദ്ദേഹം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്, 100 വയസ്സ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അല്ലേ. പത്മശ്രീ 1999 പത്മഭൂഷൺ 2016 ലഭിച്ചു. ദലൈലാമ ഹോണഡ് വിത്ത് ഗോൾഡ് മെർക്യൂറി അവാർഡ് ഫോർ പീസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി. 2025 ഗോൾഡ് മെർക്യൂറി അവാർഡ് പീസ് ആൻഡ് സസ്റ്റൈനബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ദലൈലാമ സ്വന്തമാക്കി. തിബറ്റൻ സ്പിരിച്വൽ ലീഡർ ദലൈലാമ വാസ് honored with the Gold Mercury Award for Peace and Sustainability at a special ceremony held at his residence in ധർമ്മശാല, ഹിമാചൽ പ്രദേശാണ്. ഏപ്രിൽ 1, 2025 2025 ഏപ്രിൽ 1-ാം തീയതിയാണ് ധർമ്മശാലയിൽ എന്താണ് ഹിമാചൽ പ്രദേശിൽ ഈ ഒരു അവാർഡും കാര്യങ്ങളും നൽകപ്പെടുന്നത്. ഗോൾഡ് മെർക്കുറി അവാർഡ് ഫോർ പീസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി ആണ് ദലൈലാമ സ്വന്തമാക്കിയത്. ദ അവാർഡ് വാസ് പ്രസന്റഡ് ബൈ ഗോൾഡ് മെർക്കുറി ഇന്റർനാഷണൽ. അവരാണ് ഈ ഒരു അവാർഡും കാര്യങ്ങളും നൽകുന്നത്. നെക്സ്റ്റ് എന്താണ് വയലിനിസ്റ്റ് ആർ കെ ശ്രീറാം കുമാർ ഹോണഡ് വിത്ത് സംഗീത കലാനിധി അവാർഡ്. 2025 സംഗീതമല്ലേ, ഞാൻ വായിച്ചു വന്നപ്പോൾ ഞാൻ മലയാളി തന്നെയാണ്, ഇയാൾ എന്തിങ്ങനെ വായിക്കുന്ന വേഗമാണ്, ഞാൻ ആ ഫ്ലോയിൽ വായിച്ചപ്പോൾ സംഗീതം എന്ന് വായിച്ചു പോയതാണ്. സംഗീത കലാനിധി അവാർഡാണ്, സോറി, ഐ എം വെരി സോറി. സംഗീത കലാനിധി അവാർഡ് 2025 വയലിനിസ്റ്റ് ആയിട്ടുള്ള ആർ കെ ശ്രീറാം കുമാർ സ്വന്തമാക്കി. അവർ ഫ്ലോയിലുണ്ടല്ലോ, നമ്മൾ ഇംഗ്ലീഷിനെ വായിച്ചു വെച്ചാൽ ഫ്ലോയിലേക്ക് പോകുമ്പോൾ ഇംഗ്ലീഷുകാരെ പോലെ ആയിപ്പോകുന്ന. ഓക്കെ, വയലിനിസ്റ്റ് ആർ കെ ശ്രീറാം കുമാർ ഹാസ് ബീൻ സെലക്ടഡ് ഫോർ ദ പ്രസ്റ്റീജിയസ് സംഗീത കലാനിധി അവാർഡ് 2025 പ്രസന്റഡ് ബൈ മ്യൂസിക് അക്കാഡമി. മ്യൂസിക് അക്കാഡമിയാണ് ഈ ഒരു അവാർഡ് നൽകുന്നത്. ദ അവാർഡ് വിൽ കൺഫേർഡ് ഡ്യൂറിംഗ് ദ അക്കാഡമീസ് 99th annual conference and concert scheduled from December 15, 2025 to January 1, 2026. ഇതിന്റെ കൺസേർട്ടും കോൺഫറൻസും കാര്യങ്ങളൊക്കെ എന്താണ് 2025 ഡിസംബർ 15 തൊട്ടിട്ട് 2026 ജനുവരി 1 വരെയാണ് ഷെഡ്യൂൾ ചെയ്തത്. ദിസ് റെക്കഗ്നീഷൻ കംസ് ഇൻ 250th anniversary year of the legendary composer മുത്തുസ്വാമി ദീക്ഷിതരുടെ 250ാമത്തെ ആനിവേഴ്സറി വേളയിലാണ് ഈ ഒരു കാര്യങ്ങൾ എന്താണ് അനൗൺസ് ചെയ്യപ്പെട്ടത്. ദ സംഗീത കലാനിധി അവാർഡ് ഈസ് എമംഗ് ദ മോസ്റ്റ് എസ്റ്റീംഡ് റെക്കഗ്നീഷൻ ഇൻ കർണാടിക് മ്യൂസിക്. കർണാടിക് മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട് നൽകപ്പെടുന്ന അവാർഡുകൾ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡ് കൂടിയാണ് സംഗീത കലാനിധി അവാർഡ്. നെക്സ്റ്റ് എന്താണ് മസാക്കി കഷിവാര വിൻസ് 2025 ഏബൽ പ്രൈസ് ഫോർ മാത്തമാറ്റിക്സ്. മാത്സുമായിട്ട് ബന്ധപ്പെട്ട ഹയസ്റ്റ് ഹോണറാണ്. മാത്സുമായിട്ട് ബന്ധപ്പെട്ട നൊബേൽ പ്രൈസ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. അതാണ് ജപ്പാനീസ് മാത്തമാറ്റീഷ്യൻ ആയിട്ടുള്ള മസാക്കി കഷിവാര 2025 സ്വന്തമാക്കി. നമ്മൾ 2025 കംപ്ലീറ്റ് പറയും, നിങ്ങൾ ചില കാര്യങ്ങൾ 2026 അപ്ഡേറ്റ് ആയിട്ടില്ല എന്ന് വിചാരിക്കും, അതും പറയും, കാരണം 2025 ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ വേണ്ടി സാധിക്കണം. ജപ്പാനീസ് മാത്തമാറ്റീഷ്യൻ മസാക്കി കഷിവാര ഹാസ് ബീൻ അവാർഡഡ് ഏബൽ പ്രൈസ് 2025. ഹി വാസ് റെക്കഗ്നൈസ്ഡ് ഫോർ ഫൗണ്ടേഷൻ വർക്ക് ഇൻ ആൽജിബ്രിക് അനാലിസിസ് ആൻഡ് റെപ്രസെന്റേഷൻ തിയറി, എസ്പെഷ്യലി ഫോർ ദ തിയറി ഓഫ് ഡി മോഡ്യൂൾസ് ആൻഡ് ക്രിസ്റ്റൽ ബേസിസ്. എബിൾ പ്രൈസ് എന്താണ് മാത്സുമായിട്ട് ബന്ധപ്പെട്ട് നൽകുന്ന ഹയസ്റ്റ് ഓണർ ആയിട്ട് നമുക്ക് പറയാം. മാത്സിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, മാത്സുമായിട്ട് ബന്ധപ്പെട്ട മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട നൊബേൽ പ്രൈസ് വരുന്നില്ല. സോ അതിനെ റീപ്ലേസ് ചെയ്യാൻ എന്തെങ്കിലും വേണ്ടേ, അതാണ് ഈ പറഞ്ഞ ഏബിൾ പ്രൈസ്. നൊബേലിന്റെ കൂടെ ഒരു നോ കൂടെ വിട്ടുപോയി, നോ ഒഴിവായിപ്പോയി, കൂടെ ഒരു എ വന്നു. നേംഡ് ആഫ്റ്റർ നോർവിയൻ മാത്തമാറ്റീഷ്യൻ നീൽസ് ഹെൻറിക് ഏബേൽ. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ നോർവിയൻ പാർലമെന്റ് 2002. 2002 നോർവിയൻ പാർലമെന്റ് ആണ് നീൽസ് ഹെൻറിക് ഏബേലിന്റെ എന്താണ് ഓർമ്മയ്ക്കായിട്ട് ഈ പ്രൈസ് കൊണ്ടുവന്നു. 2024 മിഷേൽ തലഗ്രാൻഡ്, അതൊക്കെ വന്ന ചോദ്യമാണ്. ഇനി അത് വരുമെന്ന് സംശയം. 2025-26 ചോദിക്കും. PM നരേന്ദ്രമോദി കൺഫേർഡ് ശ്രീലങ്കാസ് ഹയസ്റ്റ് സിവിലിയൻ ഹോണർ മിത്ര വിഭൂഷൺ. ഇതെങ്ങനെ പഠിക്കുന്നത് എനിക്കറിയില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ PM മോദിക്ക് ഒരുപാട് റെക്കഗ്നീഷൻ 26, 27, 28, 29 എങ്ങാണ്ട് റെക്കഗ്നീഷൻ നമ്മൾ തന്നെ പറഞ്ഞു തീർത്തിട്ട് ഇതൊക്കെ പഠിച്ച് തീർക്കണ്ടേ. ഓക്കെ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക, വേറെ വഴിയൊന്നുമില്ല. ദ മിത്ര വിഭൂഷണ മോഡൽ സ്പെഷ്യലി ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ടു റെക്കഗ്നൈസ് എക്സ്ട്രാ ഓർഡിനറി ഗ്ലോബൽ ഫ്രണ്ട്ഷിപ്സ് റിഫ്ലെക്ട്സ് എ ഡീപ്പ് ആൻഡ് ഹിസ്റ്റോറിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 കൺട്രീസ്. മിത്ര വിഭൂഷണ മെഡൽ അല്ലേ, ഇന്ത്യയും ശ്രീലങ്കയുമായിട്ട് ബന്ധപ്പെട്ട് നൽകുന്ന അവാർഡുകൾ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡാണ് മിത്ര വിഭൂഷൺ അവാർഡ്.
The honor was conferred during Prime Minister Narendra Modi's maiden visit to Sri Lanka in his third term in office. Prime Minister Narendra Modiയുടെ അദ്ദേഹത്തിന് ടെന്യൂർ ഉണ്ടല്ലോ, മൂന്നാം വരവ് എന്നൊക്കെ പറയും, ആ ഒരു സമയത്തുണ്ടായിരുന്ന ആദ്യത്തെ വിസിറ്റ് കൂടിയാണ് ശ്രീലങ്കയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പ്രസിഡന്റ് അനുര കുമാര ദിസ്സനായക് അദ്ദേഹമാണ് ഈ ഒരു അവാർഡ് പേഴ്സണലി നൽകിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഓർത്തു വെച്ചാൽ മതി. 2025 എന്താണ് മൗറീഷ്യസിന്റെ ഹയസ്റ്റ് റെക്കഗ്നേഷൻ, ഓൾറെഡി പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. ദ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ സ്റ്റാർ ഒക്കെ ലഭിച്ചിട്ടുണ്ട്. ഭുവൻ റിബു ബിക്കംസ് ഫസ്റ്റ് ഇന്ത്യൻ ലോയർ ടു റിസീവ് വേൾഡ് ലോ കോൺഗ്രസ് ഹോണർ. വേൾഡ് ലോ കോൺഗ്രസ് ഹോണർ സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ ലോയർ ആരാണ്? ഭുവൻ റിബു ആണ് അല്ലേ. റെനോൺഡ് ലോയർ ആൻഡ് ചൈൽഡ് റൈറ്റ് ആക്ടിവിസ്റ്റ് ഭുവൻ റിബു ഹാസ് ബിക്കം ദ ഫസ്റ്റ് ഇന്ത്യൻ ലോയർ ടു റിസീവ് ദ മെഡൽ ഓഫ് ഹോണർ ഫ്രം ദ വേൾഡ് ജൂറിസ്റ്റ് അസോസിയേഷൻ. വേൾഡ് ജൂറിസ്റ്റ് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു മെഡൽ ഓഫ് ഹോണർ എന്താണ്? ഭുവൻ റിബു സ്വന്തമാക്കി. അവാർഡ് ഡ്യൂറിംഗ് ദ വേൾഡ് ലോ കോൺഗ്രസ് 2025 ഹെൽഡ് ഇൻ ഡൊമിനിക്കൻ റിപ്പബ്ലിക്. ഓക്കെ, ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് ഈ അവാർഡും കാര്യങ്ങളും നൽകിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണ്, ഭുവൻ റിബുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജസ്റ്റ് റൈറ്റ്സ് ഫോർ ചിൽഡ്രൻ എന്ന് പറഞ്ഞ സംഘടനയുടെ സ്ഥാപകൻ കൂടിയാണ് ഇദ്ദേഹം. നീരജ് ചോപ്ര ഹോണേഡ് വിത്ത് ഹോണറി ലെഫ്റ്റനന്റ് കേണൽ റാങ്ക് ഇൻ ടെറിട്ടറി ആർമി. നമ്മുടെ ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയുമായിട്ട് ബന്ധപ്പെട്ട ലെഫ്റ്റനന്റ് കേണൽ റാങ്ക് ആർക്ക് നൽകിയിട്ടുണ്ട്? നീരജ് ചോപ്രയ്ക്ക് റീസെൻ്റായിട്ട് നൽകി ആദരിച്ചിട്ടുണ്ട്. 2-time ഒളിമ്പിക് മെഡലിസ്റ്റ് ആൻഡ് ജാവലിൻ ത്രോ സ്റ്റാർ നീരജ് ചോപ്ര ഹാസ് ബീൻ കൺഫേർഡ് വിത്ത് ദ ഹോണറി റാങ്ക് ഓഫ് ലെഫ്റ്റനന്റ് കേണൽ ബൈ ദ ഇന്ത്യൻ ആർമി. ഇന്ത്യൻ ആർമി ലെഫ്റ്റനന്റ് കേണൽ പദവി നൽകി ആദരിച്ചു അല്ലേ. നീരജ് ചോപ്ര ജോയിൻ ദ ഇന്ത്യൻ ആർമി ആസ് എ ജൂനിയർ കമ്മീഷൻഡ് ഓഫീസർ. 2016 അദ്ദേഹം എന്താണ് നൈബ് സുബൈദാർ പദവിയിലേക്ക് വന്നു. പിന്നീട് ഘട്ടം ഘട്ടമായിട്ട് ജൂനിയർ കമ്മീഷൻ ഓഫീസറായിട്ട് വന്നു. പിന്നെ ഇപ്പോൾ എന്താണ് ലെഫ്റ്റനന്റ് കേണൽ റാങ്കിലേക്ക് വന്നു. ദ 27-year-old ഇന്ത്യൻ അത്ലറ്റ് വാസ് അവാർഡഡ് പരം വിശിഷ്ട സേവാ മെഡൽ, ദ ഹയസ്റ്റ് പീസ് ടൈം മെഡൽ ഓഫ് ദ ഇന്ത്യൻ ആർമി. 2022 അതൊക്കെ നൽകിയത്. He first won the gold medal at 2020 Olympics, first Asian javelin thrower to win ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ എന്ന് പറഞ്ഞു അല്ലേ. പിന്നെ എന്താണ് 2024 പാരീസ് ഒളിമ്പിക്സ് ഉണ്ടല്ലോ, അതിൽ സിൽവർ മെഡൽ സ്വന്തമാക്കി. 2022 രാജ്യം പത്മശ്രീ നൽകിയിട്ട് ആദരിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഏഷ്യൻ ടു വിൻ ഗോൾഡ് മെഡൽ ഇൻ ജാവലിൻ ത്രോ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ആഫ്റ്റർ വിന്ന് ഇൻ 2023. അതായത് ഗോൾഡ് ജാവലിൻ ത്രോയുമായിട്ട് ബന്ധപ്പെട്ട വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ച ശേഷം സ്വന്തമാക്കുന്ന താരമെന്ന പ്രത്യേകത കൂടിയുണ്ട്. അർജുന അവാർഡ് 2018 കൂടെ ലഭിച്ചു. ബ്രസീലിയൻ സയന്റിസ്റ്റ് മരിയഞ്ചല ഹംഗ്രിയ വിൻസ് 2025 വേൾഡ് ഫുഡ് പ്രൈസ് ഫോർ സസ്റ്റൈനബിൾ ഫാമിംഗ് ഇന്നോവേഷൻ. 2025 വേൾഡ് ഫുഡ് പ്രൈസ് ഫോർ സസ്റ്റൈനബിൾ ഫാമിംഗ് ഇന്നോവേഷൻ ആര് സ്വന്തമാക്കി? ബ്രസീലിയൻ സയന്റിസ്റ്റ് ആയിട്ടുള്ള മറിയേഞ്ചല ഹംഗേര സ്വന്തമാക്കി. ബ്രസീലിയൻ മൈക്രോബയോളജിസ്റ്റ് മറിയേഞ്ചല ഹംഗേര ഹാസ് ബീൻ അവാർഡ് ദ പ്രസ്റ്റീജിയസ് 2025 വേൾഡ് ഫുഡ് പ്രൈസ് ഫോർ ഹർ ഗ്രൗണ്ട് ബ്രേക്കിംഗ് റിസർച്ച് ഓൺ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ, എ നാച്ചുറൽ പ്രോസസ് ദാറ്റ് എനാബിൾസ് ക്രോപ്സ് ടു ഗ്രോ വിത്ത് ഫ്യൂർ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. ഓക്കെ, സോ ഇവിടെ എന്താണ് പരമാവധി കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കുറച്ചുകൊണ്ട് നാച്ചുറൽ പ്രോസസ്സിലൂടെ എന്താണ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം എന്ന രീതിയിൽ അതിലൂടെ നമുക്ക് ഫുഡ് പ്രൊഡക്ഷനും കാര്യങ്ങളും വർദ്ധിപ്പിക്കാം എന്ന കണ്ടുപിടുത്തത്തിനാണ് 2025 വേൾഡ് ഫുഡ് പ്രൈസ് ലഭിച്ചത്. മരിയേഞ്ചല ഹംഗേരിക്കാണ് ഒരു അവാർഡ് ലഭിച്ചത്. ഹെർ വർക്ക് ഹാസ് പ്ലേഡ് എ പിവറ്റൽ റോൾ ഇൻ ബൂസ്റ്റിംഗ് ബ്രസീൽസ് സോയാബീൻ പ്രൊഡക്ഷൻ, മേക്കിംഗ് ഇറ്റ് വേൾഡ്സ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ. ദ വേൾഡ് ഫുഡ് പ്രൈസ് ഫൗണ്ടഡ് ബൈ നോബൽ യൂറേറ്റർ നോർമൻ ബർലോഗ് ഇൻ 1987. 1987 നോർമൻ ബർലോഗാണ് വേൾഡ് ഫുഡ് പ്രൈസ് ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ലാ ഫ്രൻസ ഹാസ് ബീൻ അവാർഡ് 2025 യുനെസ്കോ ഗുലർമോ കാനോ വേൾഡ് പ്രസ് ഫ്രീഡം പ്രൈസ്. 2025 യുനെസ്കോ ഗുലർമോ കാനോ വേൾഡ് പ്രസ് ഫ്രീഡം പ്രൈസ് സ്വന്തമാക്കിയ ഒരു ന്യൂസ് പേപ്പറാണ് ലാ ഫ്രൻസ. നിക്കാർഗുയുമായിട്ട് ബന്ധപ്പെട്ട 100-ലധികം വർഷങ്ങൾ പഴക്കമുള്ള ന്യൂസ് പേപ്പറാണിത്. അതായത് 100-ലധികം എന്ന് പറയുമ്പോൾ ഇപ്പം 100 വർഷം. ഓക്കെ, സോറി, 100-ലധികം അല്ല, ഇപ്പം 100 വർഷം. 1926 ഈ പറഞ്ഞ നിക്കാർഗുയുടെ ലാ പ്രിൻസ എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ വരുന്നത്. നിക്കാഗോസ് സെഞ്ചുറി ഓൾഡ് ന്യൂസ് പേപ്പർ ലാ പ്രിൻസ ഹാസ് ബീൻ അവാർഡ് 2025 യുനെസ്കോസ് ഗുലർമോ കാനോ വേൾഡ് പ്രസ് ഫ്രീഡം പ്രൈസ്. 2025 അവാർഡാണ്. സോ ലാ പ്രിൻസ ഫൗണ്ടഡ് 1926. 2026 100 വർഷം അല്ലേ. ഈസ് വൺ ഓഫ് നിക്കാഗോസ് ഓൾഡസ്റ്റ് ആൻഡ് മോസ്റ്റ് റെസ്പെക്റ്റഡ് ന്യൂസ് പേപ്പർ. നിക്കാർഗുയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് പേപ്പേഴ്സിൽ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് കൂടിയാണ്, മോസ്റ്റ് റെസ്പെക്റ്റഡ് കൂടിയാണ്. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അച്യുത സാമന്ത കൺഫേർഡ് ഗുരുദേവ് കാളിചരൺ ബ്രഹ്മ അവാർഡ് 2025. 2025 ഗുരു ദേവ് കാളിചരൺ ബ്രഹ്മ അവാർഡ് ആര് സ്വന്തമാക്കി? അച്യുത സാമന്തയാണല്ലേ. അച്യുത സാമന്ത ദ വിഷണറി ഫൗണ്ടർ ഓഫ് KIIT ആൻഡ് KISS വാസ് റീസെന്റ് ഹോണർഡ് വിത്ത് ദ പ്രസ്റ്റീജിയസ് ഗുരുദേവ് കാളിചരൺ ബ്രഹ്മ അവാർഡ് 2025
കൊക്രാജർ അസമിലെ കൊക്രാജറിൽ വെച്ചിട്ടാണ് ഈ ഒരു അവാർഡും കാര്യങ്ങളും നൽകിയത്. KIIT എന്താണ്, കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ ടെക്നോളജി ആണ്. KISS കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സർവീസ് സയൻസസ് ആണ്. ദ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഗുരുദേവ കാളീചരൺ ബ്രഹ്മ ട്രസ്റ്റ്. ആരാണ് ഈ ഒരു അവാർഡ് നൽകുന്നത്? ഗുരുദേവ കാളീചരൺ ബ്രഹ്മ ട്രസ്റ്റ് ആണ് ഈ ഒരു അവാർഡ് നൽകുന്നത്. സോ പേരൊന്ന് പഠിച്ചു വയ്ക്കുക, അച്യുത സാമന്ത് എന്നാണ് പേര്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തിലേക്ക് വരികയാണ്. ലോറസ് വേൾഡ്സ് സ്പോർട്സ് അവാർഡ് 2025. 2025 ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡാണ്. ദ ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ് ഈസ് എൻ ആനുവൽ അവാർഡ് സെറിമണി honoring individuals and teams from the world of sports along with the sporting achievement throughout the year. സോ 2025 ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ് പ്രഖ്യാപിച്ചു. 1999 ആണ് ഈ ഒരു അവാർഡ് ലോറസ് സ്പോർട്സ് ഫോർ എ ഗുഡ് ഫൗണ്ടേഷൻ കൊണ്ടുവരുന്നത്. ദ 2025 ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ് സെലിബ്രേറ്റഡ് ഇറ്റ്സ് 25th ആനിവേഴ്സറി വിത്ത് ഗ്രാൻഡ് സെറിമണി ഇൻ മാഡ്രിഡിൽ വെച്ച് നടന്ന ഗ്രാൻഡ് സെറിമണിയിലാണ്. ഓസ്കാർ ഓഫ് സ്പോർട്സ് എന്ന രീതിയിലാണ് നമ്മൾ ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡിനെ വിശേഷിപ്പിക്കുന്നത്. സോ ഇത് ലഭിച്ച ആളുകളുടെ പേര് വേണ്ടേ? മോണ്ടോ ഡുപ്ലാന്റിസ് ആണ്. മോണ്ടോ ഡുപ്ലാന്റിസ്. ഓക്കെ, അത്രയേ ഉള്ളൂ. ദ 25-year-old സ്വീഡിഷ് അമേരിക്കൻ പോൾ വാൾട്ടർ. അദ്ദേഹം എന്താണ്? പോൾ വാൾട്ടർ ആണല്ലേ. പോൾ വാൾട്ടർ എന്താണെന്ന് അറിയില്ല. പോൾ വാൾട്ടർ ഒരു കമ്പ് പിടിച്ചിട്ട് ചാടുന്ന. ആക്ച്വലി ഞാൻ അതിനെ കളിയാക്കുന്നല്ല. സോ ഒരു മത്സരം അങ്ങനെയാണ്, എനിക്ക് അങ്ങനെയേ പറയാൻ വേണ്ടി അറിയൂ. ഹൂസ് നേംഡ് ലോറസ് വേൾഡ് സ്പോർട്സ് മാൻ ഓഫ് ദ ഇയർ, എ ടൈറ്റിൽ ഹി ക്ലിഞ്ചഡ് ഫോർ ദ ബെസ്റ്റ് ടൈം ആഫ്റ്റർ ബീങ് നോമിനേറ്റഡ് 3 years in a row. 3 വർഷം എന്താണ് തുടർച്ചയായിട്ട് അദ്ദേഹം നോമിനേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം അദ്ദേഹം പരിശ്രമിച്ചു അല്ലേ. അവസാനം അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചു. ആഫ്റ്റർ എ പീരീഡ് ഓഫ് ആബ്സെൻസ് ഫ്രം കോമ്പറ്റീഷൻ, സിമോൺ ബൈൽസ് വാസ് ഹോണേഡ് വിത്ത് ദ ലോറസ് വേൾഡ് സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ്, മേക്കിംഗ് ഇറ്റ് ഹർ 4th win, a feat that equals സെറീന വില്യംസ്. അതായത് കുറച്ച് കാലമായിട്ട് നമ്മുടെ സിമോൺ ബൈൽസ് ഉണ്ടല്ലോ, സിമോൺ ബൈൽസ് ജിംനാസ്റ്റ് ആണ്. ജിംനാസ്റ്റ് ഈ പറയുന്ന ജിംനാസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് രംഗത്തുണ്ടായിരുന്നില്ല. സോ അങ്ങനെ കുറച്ച് കാലത്തിന് ശേഷമാണ്, 3 വർഷത്തിന് ശേഷമാണ് അവർ തിരിച്ചു വരുന്നത്. തിരിച്ചു വന്നിട്ട് എന്താണ് അവാർഡ് സ്വന്തമാക്കിയ സമയത്ത് അദ്ദേഹം എന്താണ് ഈ പറയുന്ന ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ് സ്വന്തമാക്കുന്നത് 4ാമത്തെ തവണയാണ്. ഇതുപോലെ 4 തവണ ലോറസ് വേൾഡ് സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ് സ്വന്തമാക്കിയ സെറീന വില്യംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സിമോൺ ബൈൽസ് artistic gymnast of the United States of America. Biles and Duplantis both previously earned the comeback of the year honor, showcasing their resilience. In a World Team of the Year awards on the market, the Real Madrid on Real Madrid Spanish football club ആണ്. Breakthrough of the Year award Lamine Yamal ആണ്. Spain football team ആണ്. Comeback of the Year award Rebecca Andrade ആണ്. Brazilian gymnast ആണ്. Sports person with a disability ജിയാങ് യുവാൻ ആണ്. ഷൈനയുടെ പാരാസ്വിമർ ആണ്. ആക്ഷൻ സ്പോർട്സ് പേഴ്സൺ ഓഫ് ദി ഇയർ ടോം പിഡ്കോക്ക് ആണ്. UK-യുടെ മൗണ്ടൈൻ ബൈക്കർ ആണ്. സ്പോർട്സ് ഫോർ ഗുഡ് അവാർഡ് കിക്ക് ഫോർ ലൈഫ് ലെസ്സോയുമായിട്ട് ബന്ധപ്പെട്ട് ടീച്ചർ ഫുട്ബോൾ ടു ഗേൾസ് ഇൻ ലെസ്സോ ആണ്. അതായത് ടീച്ചറല്ല, ടീച്ചേഴ്സ് ഫുട്ബോൾ ടു ഗേൾസ് ഇൻ ലെസ്സോ. ലെസ്സോ എന്ന് പറയുന്ന രാജ്യത്തിൽ പെൺകുട്ടികളെ ഫുട്ബോൾ പഠിപ്പിക്കുന്ന ഒരു സംഘടന കൂടിയാണ് കിക്ക് ഫോർ ലൈഫ്. സ്പോർട്ടിംഗ് ഐക്കൺ അവാർഡ് റാഫേൽ നദാൽ, സ്പെയിനിൻ്റെ ടെന്നീസ് താരമാണ്. അറിയാലോ നിങ്ങൾക്ക്. ഓക്കെ, നഡാൽ സ്പെയിനാണ്. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കെല്ലി സ്റ്റേലർ, USA-യുടെ സർഫിംഗ് താരമാണ്. വിസ്ഡൻ 2025 ഹോണർ 2025 നമ്മൾ ഓൾറെഡി ICC ഹയസ്റ്റ് ഓണർ പറഞ്ഞു. അതിനെ കൂടെ വിസ്ഡൻ അവാർഡ് കൂടിയുണ്ട്. വിസ്ഡൻ അവാർഡ് ദ വിസ്ഡൻ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആനുവൽ അവാർഡ് ഗിവൺ 5 ക്രിക്കറ്റേഴ്സ് ബൈ ദ വിസ്ഡൻ ക്രിക്കറ്റർ അൽമനാക്ക്. ഓക്കെ, സോ ഇത് ആർക്കൊക്കെയാണെന്ന രീതിയിൽ നമ്മൾ പറയുന്ന മുൻപ് അവർ പേരുകൾ പറയുന്ന മുമ്പ് നമുക്ക് സ്മൃതി മന്ദാനയുടെയും അതുപോലെ തന്നെ ജസ്പ്രീത് ബുംറ എന്താണ് ലീഡിംഗ് മെൻസ് ആൻഡ് വുമൻസ് ക്രിക്കറ്റർ അവാർഡ് ലഭിച്ച കാര്യം ഒന്ന് ഓർത്ത് വെക്കണം. ആ ഒരു പേര് മെയിനായിട്ടൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അതുകൂടാതെ ഈ ഒരു അവാർഡ് ലഭിച്ച ഇംഗ്ലണ്ട് താരങ്ങൾക്കാണ് 5 പേരുകളുണ്ട്. അവിടെ ഗസ് അറ്റ്കിൻസൺ ഉണ്ട്, ജെയ്മി സ്മിത്ത് ഉണ്ട്, ഡാൻ വോറൽ ഉണ്ട്, ലിയാം ഡോസൺ ഉണ്ട്, അതുപോലെ സോഫി എക്കിൾസ്റ്റോൺ ഉണ്ട്. ഓക്കെ, അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചു. നെക്സ്റ്റ് എന്താണ്? പായൽ കബാഡ റിസീവ്സ് പ്രസ്റ്റീജിയസ് ഫ്രഞ്ച് ഓണർ. പായൽ കബാഡയുടെ പേര് ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയില്ലേ? ഏത് മൂവിയുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഓൾ വി ഇമേജിൻ ആസ് ലൈറ്റ് എന്ന് പറയുന്ന മൂവിയുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ. പായൽ കബാഡിയ ഹൂ മെയ്ഡ് ഹിസ്റ്ററി ലാസ്റ്റ് ഇയർ ആസ് എ ഫസ്റ്റ് Indian director in 3 decades to win a major award in Cannes main competition, was honored with the France's prestigious Officer Dance Ordre Arts at Des Letters, Officer of the Order of the Arts and Letters എന്നാണ്. This honor places her among the rank of notable Indian artists including Amitabh Bachchan, Shah Rukh Khan and Ladha Mangeshkar. അമിതാഭ് ബച്ചൻ, ഷാറൂഖ് ഖാൻ, ലതാ മങ്കേഷ്കർ പോലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള താരങ്ങളുടെ ആ ഒരു പട്ടികയിലേക്ക് ഇവർ കൂടെ വന്നിട്ടുണ്ട്. ഇറ്റ് വാസ് ഹർ 2024 ഫിലിം. ഏതാണ്? ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് അല്ലെ. ഗ്രാൻഡ് പ്രിക്സ് അറ്റ് ദ 77th കാനസ് ഫിലിം
ഫെസ്റ്റിവൽ അതിലേക്ക് കൂടെ എന്താണ് ഉൾപ്പെടുത്തപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. നെക്സ്റ്റ് ഏറ്റവും വളരെ പ്രധാനം, ഞാൻ എല്ലാം വളരെ പ്രധാനപ്പെട്ടെന്ന് പറയുന്നുണ്ട്, സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. പുളിസ്റ്റർ പ്രൈസ് 2025 2025 പുളിസ്റ്റർ പ്രൈസ്. ദ പുളിസ്റ്റർ പ്രൈസ് 2025 ഹോണ്ടിങ് ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻ ടു ജേർണലിസം ആൻഡ് ദ ആർട്ട് വെയർ അനൗൺസ്ഡ് ബൈ പുളിസ്റ്റർ പ്രൈസ് ബോർഡ്. പുളിസ്റ്റർ പ്രൈസ് ബോർഡ് 2025 ഈ ഒരു അവാർഡ് കൊണ്ടുവന്നു. 2025 അവാർഡ് പ്രഖ്യാപിച്ചു. ദ പുളിസ്റ്റർ പ്രൈസ് ഓഫ് ദ for the year 2025 were given in total 23 കാറ്റഗറി, 25 കാറ്റഗറിയിലാണ്. 15 കാറ്റഗറീസ് ജേർണലിസവുമായിട്ട് ബന്ധപ്പെട്ടും 8 കാറ്റഗറീസ് ഡ്രാമ മ്യൂസിക്കുമായിട്ട്, ബുക്ക് ഡ്രാമ മ്യൂസിക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ്. ഇത്തവണ ഫിക്ഷൻ കാറ്റഗറിയിൽ എന്താണ്, പെർവിക്കൽ എവററ്റ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയാണ് അവാർഡ്. അദ്ദേഹത്തിൻ്റെ നോവലാണ്, ജെയിംസ് എന്ന് പറയുന്ന നോവലാണ് പെർവിക്കൽ എവററ്റ് വോൺ ദ അവാർഡ് ഫോർ ഹിസ് നോവൽ ജെയിംസ് വിച്ച് ടെൽസ് എ സ്റ്റോറി ഓഫ് ഹക്കിൽബെറി ഫിൻ ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് എ സ്ലേവ്. ഡ്രാമ ഏതാണ്, ബ്രണ്ടൻ ജാക്കബ്സ് ചെക്കിൻസ് വാസ് അവാർഡ്. പർപ്പസ് എന്ന് പറയുന്ന ഡ്രാമയുമായിട്ട് ബന്ധപ്പെട്ടാണ് അവാർഡ് സ്വന്തമാക്കിയത്. ഇനി ജേർണലിസം, ഇതായിരുന്നു പരീക്ഷയ്ക്ക് കൂടുതൽ ചോദ്യം വന്നത്. ദ ന്യൂയോർക്ക് ടൈംസ് വൺ ഫോർ പുളിസ്റ്റർ ഫോർ ദ സ്വിഫ്റ്റ് റിപ്പോർട്ടിംഗ് ഓൺ ദ ട്രംപ് അസാസിനേഷൻ അറ്റംപ്റ്റ്. ഡൊണാൾഡ് ട്രംപിനെ കൊലപ്പെടുത്താൻ വേണ്ടി ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ന്യൂയോർക്ക് ടൈംസ് ആണ് അത് റിപ്പോർട്ട് ചെയ്തത്. അതിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്. ജേർണലിസവുമായിട്ട് ബന്ധപ്പെട്ട, പബ്ലിക് സർവീസുമായിട്ട് ബന്ധപ്പെട്ട കവിത സുവർണ, ലിസി പ്രസ്, കസാൻഡ്ര ജറാമില്ലോ, അതുപോലെ സ്റ്റാക്കി ക്രാനിസ്, ഇവർ ഇത്രയും ആളുകൾ എന്തിനാണ് റിപ്പോർട്ടിംഗ് ഓൺ ഡെത്ത്സ് ഓഫ് പ്രഗ്നന്റ് വുമൺ ഡ്യൂ ടു ഒബ്സ്ക്യൂർ അബോർഷൻ ലോ എക്സെപ്ഷൻസ്. സോ ഈ ഒരു അബോർഷൻ ലോയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും സ്ത്രീകളുടെ മരണവും കാര്യങ്ങളൊക്കെ അതിനെതിരായിട്ട് പബ്ലിക് സർവീസ് കാര്യങ്ങൾ നടത്തിയ സ്ത്രീകൾക്കാണ് ഈ ഒരു അവാർഡ്. പുളിസ്റ്റർ പ്രൈസ് 1917 വരുന്നത്. കൊളംബിയ യൂണിവേഴ്സിറ്റിയാണ് ഈ ഒരു, അതുപോലെ തന്നെ പുളിസ്റ്റർ പ്രൈസ് ബോർഡും ചേർന്നിട്ടാണ് ഈ ഒരു അവാർഡും കാര്യങ്ങളും നൽകുന്നത്. ഗ്രീൻ ഫെർട്ടിലൈസർ ബ്രേക്ക് ത്രൂ വിൻസ് $2 million ഫുഡ് പ്ലാനറ്റ് അവാർഡ് പ്രൈസ് 2025. 2025 ഫുഡ് പ്ലാനറ്റ് പ്രൈസ് ആര് സ്വന്തമാക്കി, ഗ്രീൻ ഫെർട്ടിലൈസർ സ്വന്തമാക്കി അല്ലേ. നൈട്രോ ക്യാപ്റ്റ് എ സ്വീഡിഷ് സ്റ്റാർട്ടപ്പ് വോണ് $2 million ഫുഡ് പ്ലാനറ്റ് പ്രൈസ് 2025 അവാർഡ് ഓൺ for its green fertilizer breakthrough. A game-changing green fertilizer developed by Sweden Nitro Capt has claimed the 2025 Food Planet Prize, the world's largest environmental accolade. ലോകത്ത് നൽകുന്ന ഏറ്റവും വലിയ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് നൽകുന്ന അവാർഡാണ്. അത് ആർക്ക് ലഭിച്ചു അത് മാത്രം പഠിച്ചാൽ മതി. എന്താണ്, നൈട്രോ ക്യാപ്റ്റനാണിത് ലഭിച്ചത്. റാം ബഹദൂർ റായ് പ്രസന്റഡ് പത്മഭൂഷൺ ബൈ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. റീസെൻ്റ് ആയിട്ട് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് എന്താണ് റാം ബഹദൂർ റായ്ക്ക് എന്താണ് പത്മഭൂഷൺ അവാർഡ് നൽകിയിട്ടുണ്ട്. കാറ്റഗറി ഏതാണ്, ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ കാറ്റഗറിയാണ്. ഓൺ June 18, 2025 എമിനന്റ് ജേർണലിസ്റ്റ് ആൻഡ് കൾച്ചറൽ ഇന്റലക്ച്വൽ ശ്രീ റാം ബഹദൂർ റായ് വാസ് ഫോർമലി പ്രസന്റഡ് പത്മഭൂഷൺ ബൈ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. കാറ്റഗറി ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ ആണ്. പത്മശ്രീ 2015 സ്വന്തമാക്കി. ഗണേഷ് ശങ്കർ വിദ്യാർത്ഥി സമ്മാൻ 2013 ഇദ്ദേഹത്തിന് ലഭിച്ചു. രോഹിണി ഗ്രാമപഞ്ചായത്ത് വിൻസ് ഗോൾഡൻ നാഷണൽ ഇ ഗവേൺസ് അവാർഡ് 2025. 2025 എന്താണ് നാഷണൽ ഇ ഗവേൺസ് അവാർഡ് രോഹിണി ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചിട്ടുണ്ട്. രോഹിണി ഗ്രാമപഞ്ചായത്ത് ഇൻ സിർപൂർ താലൂക്ക ധൂലെ ഡിസ്ട്രിക്ട് മഹാരാഷ്ട്ര ഹാസ് വോൺ ദ ഗോൾഡ് അവാർഡ് ഇൻ നാഷണൽ ഇ ഗവേൺസ് അവാർഡ് 2025. 2025 നാഷണൽ ഇ ഗവേൺസ് അവാർഡ് എന്താണ് രോഹിണി ഗ്രാമപഞ്ചായത്ത് ലഭിച്ചു. 100% ട്രൈബൽ വില്ലേജ് ആണ് രോഹിണി ഗ്രാമപഞ്ചായത്ത്. ദ ഗ്രീൻ പഞ്ചായത്ത് വാസ് സെലക്ടഡ് from over 1.45 lakh entries across India in the grassroots level initiatives category and will receive the award at 28th National E-Governance Conference in വിശാഖപട്ടണം. വിശാഖപട്ടണത്തിൽ വെച്ച് നടന്ന 28ാമത്തെ നാഷണൽ ഇ ഗവേൺസ് കോൺഫറൻസിലാണ് ഈ അവാർഡും കാര്യങ്ങളൊക്കെ നൽകപ്പെട്ടത്. അതുകൂടെ ഓർത്തു വെച്ചാൽ മതി. അവിടെ സിൽവർ അവാർഡ് ലഭിച്ചത് വെസ്റ്റ് മജിഷ്പൂർ ഗ്രാമപഞ്ചായത്ത് ത്രിപുരയാണ്. ജൂറി അവാർഡ് പൾസാന ഗുജറാത്ത്, അതുപോലെ തന്നെ സുഗാതി. ജൂറി അവാർഡ് ആർക്കൊക്കെ ലഭിച്ചു എന്ന് വായിച്ചു നോക്കിയാൽ മതി. PSA അവാർഡ്സ് 2024-25 ഇന്ത്യൻ സ്ക്വാഷ് സ്റ്റാർ അൻഹാത് സിംഗ് ബാക്സ് ടു പ്ലെയർ ഓഫ് ദ സീസൺ ഹോണേഴ്സ്. എന്താണ് PSA അവാർഡ്സ് 2024-25 നമ്മുടെ ഇന്ത്യൻ സ്ക്വാഷ് സ്റ്റാർ ആയിട്ടുള്ള അൻഹാത് സിംഗ് സ്വന്തമാക്കി അല്ലേ. അൻഹാത് സിംഗ് ഇന്ത്യസ് നമ്പർ 1 വുമൺ സ്ക്വാഷ് പ്ലെയർ ബാഗ്ഡ് ട്വിൻ അവാർഡ് PSA അവാർഡ്സ് 2024-25. എന്തൊക്കെ നേട്ടങ്ങളാണ്, വുമൺ ചലഞ്ചർ പ്ലെയർ ഓഫ് ദ സീസൺ അവാർഡ് സ്വന്തമാക്കി. ഷെയർ ചെയ്തിട്ടാണ് അവാർഡ്. വുമൺ യങ് പ്ലെയർ ഓഫ് ദ സീസൺ ടൈറ്റിലും എന്താണ് സ്വന്തമാക്കി. ആരുമായിട്ടാണ് ഷെയർ ചെയ്തത്, അമീന ഓർഫി ഈജിപ്തുകാരാണ്, അവരുമായിട്ട് സ്വന്തമാക്കി. യങ്ങസ്റ്റ് ഇന്ത്യൻ ടു ബിക്കം ഏഷ്യൻ ഗെയിം മെഡലിസ്റ്റ് എന്ന പ്രത്യേകത കൂടെ ആർക്കുണ്ട്, അൻഹാത് സിംഗിനുണ്ട്. അൻഹാത് സിംഗിനെ കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. PM മോദി കൺഫേർഡ് വിത്ത് സൈപ്രസ് ഹയസ്റ്റ് സിവിലിയൻ ഹോണർ ഓർഡർ ഓഫ് ദ മെക്കാരിയോസ് 3.
എന്താണ് ഓർഡർ ഓഫ് ദ മെക്കാരിയോസ് 3 എന്ന് പറയുന്നത് സൈപ്രസിന്റെ IS സിവിലിയൻ ഹോണ്ടാണ്. On the second day of historic visit to Cyprus, Prime Minister Narendra Modi received a ceremonial welcome at the presidential palace in നിക്കോഷ്യയിൽ വെച്ച് നടന്ന ചടങ്ങിൽ സൈപ്രസിന്റെ എന്താണ് ആ ഒരു അവാർഡ് ഓർഡർ ഓഫ് ദ മെക്കാരിയോസ് 3 എന്താണ് PM മോദി സ്വന്തമാക്കി. ഹി ഹെൽഡ് 1-on-1 മീറ്റിംഗ് വിത്ത് പ്രസിഡന്റ് നിക്കോസ് ഡൗലിയോഡസ്. അതായത് അവിടുത്തെ ആ ഒരു PM പേരാണ് വായിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട്, പ്രസിഡന്റിന്റെ പേരാണ് വായിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് സ്പ്ലിറ്റ് ചെയ്യട്ടും ഈ ഒരു അവസ്ഥയാണല്ലോ. നിക്കോസ് ക്രിസ്റ്റോഡൗലിഡസ്. ഓക്കെ, ഇപ്പം റെഡിയാണ്. During which the president conferred upon him a Grand Cross of Order of Mercurius III, the highest civilian honor of the Republic of Cyprus. Cyprus's highest civilian honor ആണ്. The recognition added to growing list of international accolades received by Prime Minister. So ഈ ഒരു അവാർഡ് സ്വന്തമാക്കുന്ന, കഴിഞ്ഞ 20 വർഷത്തിന് ശേഷം സ്വന്തമാക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയാണ്. കുമാർ മംഗലം ബിർള ഹോണർഡ് വിത്ത് USISPF ഗ്ലോബൽ ലീഡർഷിപ്പ് അവാർഡ്. US ഇന്ത്യ സ്ട്രാറ്റജി പാർട്ണർഷിപ്പ് ഫോറത്തിന്റെ എന്താണ് ഇന്ത്യ ലീഡർഷിപ്പ് അവാർഡ്, ഗ്ലോബൽ ലീഡർഷിപ്പ് അവാർഡ് ഇന്ത്യക്കാരനായുള്ള കുമാർ മംഗലം ബിർള സ്വന്തമാക്കി. ചെയർമാനാണ്, ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ ചെയർമാനാണ് അദ്ദേഹം, കുമാർ മംഗലം ബിർള. ഹാസ് കൺഫേർഡ് വിത്ത് ഗ്ലോബൽ ലീഡർഷിപ്പ് അവാർഡ് ബൈ ദ US ഇന്ത്യ സ്ട്രാറ്റജി പാർട്ണർഷിപ്പ് ഫോറം അറ്റ് 8th ആനുവൽ ലീഡർഷിപ്പ് സമ്മിറ്റ് ഹെൽഡ് ഇൻ വാഷിംഗ്ടൺ DC വെച്ച് നടന്ന ഈ ഒരു സമ്മിറ്റിലാണ് ഇദ്ദേഹം ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത്. സദ്ഗുരു കൺഫേർഡ് വിത്ത് ഗ്ലോബൽ ഇന്ത്യൻ ഓഫ് ദ ഇയർ അവാർഡ് ബൈ കാനഡ ഇന്ത്യ ഫൗണ്ടേഷൻ. കാനഡ ഇന്ത്യ ഫൗണ്ടേഷൻ നൽകുന്ന ഗ്ലോബൽ ഇന്ത്യൻ ഓഫ് ദ ഇയർ അവാർഡ് ആർക്ക് ലഭിച്ചു? സദ്ഗുരുവിന് ലഭിച്ചു അല്ലെ. സദ്ഗുരു വാസ് അവാർഡ് ദ ഗ്ലോബൽ ഇന്ത്യൻ ഓഫ് ദ ഇയർ അവാർഡ് ബൈ കാനഡ ഇന്ത്യ ഫൗണ്ടേഷൻ ഇൻ ടൊറന്റോയിൽ കാനഡ ഇന്ത്യ ഫൗണ്ടേഷനാണ് സദ്ഗുരുവിന് ഗ്ലോബൽ ഇന്ത്യൻ ഓഫ് ദ ഇയർ അവാർഡ് നൽകിയത്. ദ അവാർഡ് റെക്കഗ്നൈസ് ഹിസ് കോൺട്രിബ്യൂഷൻ ടു റൈസിംഗ് ഹ്യൂമൻ consciousness and promoting environmental sustainability through initiative like a conscious planet മൂവ്മെന്റ്. ഇതൊക്കെ ആരുടെ മൂവ്മെന്റ് അല്ലെങ്കിൽ ആരുടെ ഇനീഷ്യേറ്റീവ് ആണെന്ന് ഒക്കെ ചോദിക്കും. കോൺഷ്യസ് പ്ലാനറ്റ് മൂവ്മെന്റ് സദ്ഗുരുവിന്റെ ഇനീഷ്യേറ്റീവ് ആണ്. കാവേരി കോളിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. രാജ്കുമാരി മേക്സ് ഹിസ്റ്ററി ആസ് ഫസ്റ്റ് ഇന്ത്യൻ ഒറിജിൻ സിംഗർ ടു വിൻ അറ്റ് AMAS 2025. അമേരിക്കൻ മ്യൂസിക് അവാർഡിൽ എന്താണ് ചരിത്രം കുറിക്കുന്ന അല്ലെങ്കിൽ നേട്ടം സ്വന്തമാക്കുന്ന ഒരു അവാർഡ് സ്വന്തമാക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ഒറിജിൻ സിംഗറായിട്ട് രാജകുമാരി മാറിയിട്ടുണ്ട്. ഇന്ത്യൻ അമേരിക്കൻ റാപ്പർ ആൻഡ് സിംഗർ സോങ് റൈറ്റർ Rajakumari has made history by becoming the first Indian origin musician to win an American Music Award. The accolade was awarded during 51st AMA ceremony held in Los Angeles, recognizing her contribution to the Arcane League of Legends Season 2 soundtrack. The award was given favorite soundtrack category മായിട്ട് ബന്ധപ്പെട്ടാണ് അവാർഡ് നൽകിയത്. സെറീന വില്യംസ് ഹോണർഡ് വിത്ത് പ്രിൻസസ് ഓഫ് ഓസ്ട്രിയാസ് അവാർഡ് ഫോർ സ്പോർട്സ് 2025. 2025 എന്താണ് പ്രിൻസസ് ഓഫ് ഓസ്ട്രിയ അവാർഡ് ആര് സ്വന്തമാക്കി? സെറീന വില്യംസ് സ്വന്തമാക്കി. ടെന്നീസ് ലെജൻഡ് സെറീന വില്യംസ് ഹാസ് ബീൻ നേംഡ് 2025 പ്രിൻസസ് ഓഫ് ഓസ്ട്രിയാസ് പ്രൈസ് ഫോർ സ്പോർട്സ് വിന്നർ. 2025 പ്രിൻസസ് ഓഫ് ഓസ്ട്രിയ പ്രൈസ് ഫോർ സ്പോർട്സ് ആര് സ്വന്തമാക്കി? സെറീന വില്യംസ് സ്വന്തമാക്കി. ദ awards are among Spain's most prestigious honor and recognize excellence in many fields including sports, the arts, literature and more. ഓക്കെ, 4 തവണ ഒളിമ്പിക് ഗോൾഡ് മെഡലിസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് സെറീന വില്യംസ്. 23 ഗ്രാൻഡ് സ്ലാമും സ്വന്തമായിട്ടുണ്ട്. 73 ഓവറോൾ സിംഗിൾ ടൈറ്റിൽസും ഉണ്ട്. അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചു. ബാനു മുസാഖ്, നേരത്തെ പറഞ്ഞ കാര്യം ഇവിടെ വന്നു. ബാനു മുസാഖ് മേക്സ് ഹിസ്റ്ററി വിത്ത് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ്. പിന്നെ 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ആര് സ്വന്തമാക്കി? ബാനു മുസാഖ്. ഷോർട്ട് സ്റ്റോറി കളക്ഷൻ ആയിട്ടുള്ള ഹാർട്ട് ലാംബ് ഹാസ് വോൺ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലണ്ടനിലാണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസും കാര്യങ്ങളും നൽകിയിട്ട് ബാനു മുസാഖിനെ ആദരിച്ചത്. ഹൃദയദീപ് എന്നാണ് ആക്ച്വലി കന്നഡ പുസ്തകമാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു, വീണ്ടും പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലേ. കന്നഡ പുസ്തകമാണ് ഹാർട്ട് ലാംബ് എന്ന് പറഞ്ഞ ബാനു മുസാഖാണ് സ്വന്തമാക്കിയത്. ഞാൻ ഫാസ്റ്റായിട്ട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് 0.75 എന്നിട്ട് കേട്ടാൽ മതി, അല്ലെങ്കിൽ ക്ലാസ് കണ്ടന്റ് മുന്നോട്ടേക്ക് പോകില്ല. അത് ക്ഷമിക്കണം, ഞാൻ പഠിപ്പിച്ച കാര്യം തന്നെ വീണ്ടും പഠിപ്പിക്കുകയാണ്, അതുകൊണ്ടാണ് ഫാസ്റ്റായിട്ട് പോകുന്നത്. ബാനു ഹാസ് ബിക്കം ഫസ്റ്റ് ഇന്ത്യൻ ഓതർ റൈറ്റിംഗ് ഇൻ കന്നഡ to win the prestigious International Booker Prize. Her award-winning work, Heart Lamb, is a collection of 12 short stories translated into English by Diva Bassi. Diva Bassi ആണ് ഇതെന്താണ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ദ ബുക്ക് ഒറിജിനലി ടൈറ്റിൽ കന്നഡ ഹൃദയദീപ എന്ന പേരിലാണ് ഇതെന്താണ് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത്. 2024 പെൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് അവാർഡ് ഫോർ ദീപ ബസ്സിസ് ട്രാൻസ്ലേഷൻ ഹസീന ആൻഡ് അതർ സ്റ്റോറീസ്. അത് മുൻപ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 2025 ഗീതാഞ്ജലി ശ്രീധർ തോംബ് ഓഫ് സാൻഡ് ഓർമ്മയുണ്ടല്ലോ, DC റോക്ക്വെല്ലാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത ഫസ്റ്റ് ഹിന്ദി വർക്ക് ടു വിൻ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ്.
വർഷ ദേശ്പാണ്ഡെ വിൻസ് 2025 UN പോപ്പുലേഷൻ അവാർഡ്. 2025 UN പോപ്പുലേഷൻ അവാർഡ് വർഷ ദേശ്പാണ്ഡെ സ്വന്തമാക്കി. ഇന്ത്യൻ വുമൺസ് റൈറ്റ് ആക്ടിവിസ്റ്റ് വർഷ ദേശ്പാണ്ഡെ ഹാസ് ബീൻ അവാർഡ് 2025 യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ അവാർഡ് ഇൻ ദ ഇൻഡിവിജ്വൽ കാറ്റഗറി ഇൻ റെക്കഗ്നീഷൻ ഓഫ് ഹർ ഡെക്കേഡ്സ് ലോങ് വർക്ക് പ്രൊമോട്ടിംഗ് ജെൻഡർ ഈക്വാലിറ്റി ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. സോ എന്താണ് ജെൻഡർ ഈക്വാലിറ്റിയും റീപ്രൊഡക്റ്റീവ് റൈറ്റും ഇത് രണ്ടും കാര്യങ്ങൾ എന്താണ് പ്രൊമോട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ അവാർഡ് നൽകിയത്. ദ അനൗൺസ്മെന്റ് വാസ് മെയ്ഡ് ബൈ ദ യുണൈറ്റഡ് നേഷൻ ഇൻ ന്യൂയോർക്ക് ഓൺ July 10, 2025 മാർക്കിംഗ് 40th എഡിഷൻ ഓഫ് ദ പ്രസ്റ്റീജിയസ് ഗ്ലോബൽ ഹോണർ. വർഷ ദേശ്പാണ്ഡെ എന്താണ് ദളിത് മഹിളാ വികാസ് മണ്ഡലിന്റെ സെക്രട്ടറി കൂടിയാണ്. 1990 ദളിത് മഹിളാ വികാസ് മണ്ഡൽ ഫൗണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരംഭിക്കുന്നത്. ഫോമർ ചീഫ് ജസ്റ്റിസ് കല്യാൺ ശ്രേഷ്ഠ വിൻസ് ഹേം ബഹദൂർ മല്ല അവാർഡ്. മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന കല്യാൺ ശ്രേഷ്ഠ എന്താണ് ഹേം ബഹദൂർ മല്ല അവാർഡ് 2080 സ്വന്തമാക്കിയിരിക്കുകയാണ്. 2080 ദ ഹേം ബഹദൂർ മല്ല അവാർഡ് 2080 2018 2025 അവാർഡാണ് ഹാസ് ബീൻ കൺഫേർഡ് ഫോമർ ചീഫ് ജസ്റ്റിസ് കല്യാൺ ശ്രേഷ്ഠ. ദ അവാർഡ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഓണർ ഓഫ് ഫൗണ്ടിംഗ് സാൾട്ട് ട്രേഡിംഗ് കോർപ്പറേഷൻ ഇൻ ദ ഹേം ബഹദൂർ മൽത്ത. ചീഫ് ജസ്റ്റിസ് പ്രകാശ്മാൻ സിംഗ് റൌത്ത് ഹാൻഡഡ് ഓവർ ദ അവാർഡ് ടു ശ്രേഷ്ഠ അറ്റ് ആൻ ഇവന്റ് ഓർഗനൈസർ. നേപ്പാളാണ് ഇത്. ഇന്ത്യയല്ലേ, നേപ്പാളാണ്. നേപ്പാളിൻ്റെ 25ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്. ഞാൻ പറഞ്ഞു വന്ന സമയത്ത് ഇന്ത്യയുടേതാണെന്ന് വിചാരിച്ചു പോയോ? ഇന്ത്യയുടേതല്ല, ഓക്കെ, നേപ്പാളിൻ്റെ ആണ്. ആ ഒരു അവാർഡ് കൂടെ ഓർത്ത് വെച്ചാൽ മതി. സുഡാനീസ് സ്കോട്ടിഷ് ഓതർ ലൈല അബുല വിൻസ് 2025 പെൻ പിന്റർ അവാർഡ്. 2025 പെൻ പിന്റർ അവാർഡ് ആര് സ്വന്തമാക്കി? സുഡാനീസ് സ്കോട്ടിഷ് ഓതറായുള്ള ലൈല അബുല സ്വന്തമാക്കി. സുഡാനീസ് സ്കോട്ടിഷ് ഓതർ ലൈല അബുലാസ് വോൺ 2025 പെൻ പിന്റർ പ്രൈസ് ഫോർ പവർഫുൾ റൈറ്റിംഗ് ഓൺ മൈഗ്രേഷൻ ഫെയ്ത്ത് ആൻഡ് ലൈസ് മുസ്ലിം വുമൺ. മുസ്ലിം വുമൺസിൻ്റെ ജീവിതവും കാര്യങ്ങൾ തുറന്നു കാട്ടിയ ഒരു വ്യക്തി കൂടിയാണ്, ഓതറ കൂടിയാണ് ലൈല അബുല. അവരെന്താണ് 2025 പെൻ പിന്റർ അവാർഡ് സ്വന്തമാക്കി. ദ അവാർഡ് വാസ് അനൗൺസ്ഡ് ബൈ ഇംഗ്ലീഷ് പെൻ ഇൻ ലണ്ടൻ ആൻഡ് വിൽ ബി ഒഫീഷ്യലി ഗിവൺ ഇൻ ഒക്ടോബർ അറ്റ് ബ്രിട്ടീഷ് ലൈബ്രറി. ദ പെൻ പിന്റർ പ്രൈസ് ഇസ് ഗിവൺ ടു റൈറ്റേഴ്സ് ഹൂസ് വർക്ക് ഷോ ട്രൂത്ത് കറേജ് ആൻഡ് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്. ലൈല അബുലയുടെ മറ്റു വർക്ക്സ് ആണ് ട്രാൻസ്ലേറ്റർ മിനാരറ്റ് ആൻഡ് റിവേഴ്സ് റൈറ്റ്, ഓക്കെ, റിവർ സ്പിരിറ്റ്. കാസർഗോഡ് വിൻസ് കേരള ഫിഷറീസ് എക്സലൻസ് അവാർഡ് 2025. 2025 കേരള ഫിഷറീസ് എക്സലൻസ് അവാർഡ് ആര് സ്വന്തമാക്കി? നമ്മുടെ കാസർഗോഡ് സ്വന്തമാക്കി, അല്ലെങ്കിൽ കേരളത്തിന് ജില്ലയാണ് കാസർഗോഡ് സ്വന്തമാക്കി. ദ കേരള ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഹാസ് അവാർഡ് കാസർഗോഡ് ഡിസ്ട്രിക്ട് ദ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് എക്സലൻസ് അവാർഡ് 2025 recognizing its achievement in the fisheries sector under the popular fish farming project ബന്ധപ്പെട്ടാണ് ഈ അവാർഡ്. ദ അവാർഡ്സ് ആർ പാർട്ട് ഓഫ് ആനുവൽ സ്റ്റേറ്റ് ഫാമ അവാർഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ടു ഹോണർ എക്സെപ്ഷണൽ കോൺട്രിബ്യൂഷൻ ഇൻ അക്വാകൾച്ചർ അക്രോസ് സ്റ്റേറ്റ്. നമ്മുടെ സംസ്ഥാനം, കേരള സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട അക്വാകൾച്ചർ മേഖലയിൽ എന്താണ് മികച്ച സേവനങ്ങൾ കാഴ്ചവെക്കുന്ന സംസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസൊക്കെയാണ് ഈ അവാർഡ് നൽകുന്നത്. ദ ഡിസ്ട്രിക്ട് ഹാഡ് ഏർലിയർ വോൺ ദ ബെസ്റ്റ് ഡിസ്ട്രിക്ട് അവാർഡ് ഇൻ പോപ്പുലർ ഫിഷറീസ് പ്രൊജക്ട് മത്സ്യകർഷക അവാർഡ്. ഇതിനു മുൻപ് മത്സ്യകർഷക അവാർഡ് സ്വന്തമാക്കേണ്ട. ബെസ്റ്റ് BMC അവാർഡ് ഇൻ 2023 സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി അവാർഡും സ്വന്തമാക്കി. പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി കൺഫേർഡ് ദ നാഷണൽ ഹോണർ ഓഫ് ഘാന. ഘാനയുടെ നാഷണൽ ഹോണർ റീസെന്റ് ആയിട്ട് ആരാണ്? നരേന്ദ്രമോദി സ്വന്തമാക്കി. പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി കൺഫേർഡ് ദ നാഷണൽ ഹോണർ ഓഫ് ഘാന ഓഫീസർ ഓഫ് ദ ഓർഡർ ഓഫ് സ്റ്റാർ ഓഫ് ഘാന ബൈ പ്രസിഡന്റ് ഓഫ് ഘാന ജോൺ ധർമ്മണി മഹാമ. അദ്ദേഹത്തിന്റെ പേരാണ് മഹാമ. ജോൺ ധർമ്മണി മഹാമയാണ് ഘാനയുടെ പ്രസിഡന്റ്. അദ്ദേഹമാണ് നരേന്ദ്രമോദിക്ക് എന്താണ് ഈ ഒരു അവാർഡ് നൽകിയത്. ഈ ഒരു അവാർഡ് സ്വന്തമാക്കുന്ന എന്താണ് കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ PV നരസിംഹറാവു 1995 ഈ ഒരു അവാർഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ അതിനുശേഷം കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ ഈ ഒരു അവാർഡ് സ്വന്തമാക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയാണ്. വിത്ത് ദിസ് അത് ഞാൻ പറയുന്നത് 24 കൺട്രീസ് എന്ന രീതി അതൊക്കെ മാറിപ്പോയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? PM മോദി ഹോണർഡ് വിത്ത് കീ ടു ദ സിറ്റി ബ്യൂണസ് ഐറസ്. ഇതൊക്കെയാണ് അവാർഡുകൾ എന്ന ഐഡിയ വേണ്ടേ? കുറേ അവാർഡ് ഉണ്ട്. സോ ഇതൊക്കെയാണ് ഒരു ഐഡിയ, ഒരു അവാർഡ് നിങ്ങൾക്ക് കിട്ടട്ടെ. ദ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി കൺഫേർഡ് വിത്ത് കീ ടു ദ സിറ്റി ഓഫ് ബ്യൂണസ് ഐറസ്. അർജന്റീനയാണല്ലേ. മിസ്റ്റർ ജോർജ് മാക്രി എന്ന് തന്നെയാണ് പറയുക, ചീഫ് ഓഫ് സിറ്റി ഗവൺമെന്റ് ഓഫ് ബ്യൂണസ് ഐറസ്. സോ മഹാത്മാഗാന്ധി ആൻഡ് രവീന്ദ്രനാഥ് ടാഗോറിന്റെ സ്റ്റാച്യൂവും കാര്യങ്ങളൊക്കെ അവിടെ എന്താണ് അൺവെയിൽ ചെയ്ത കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അർജന്റീന മാർക്സ് തേർഡ് ലെഗ് ഓഫ് PM മോദീസ് 5 നാഷൻ ടൂർ. ഘാന, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, അതുപോലെ തന്നെ ബ്രസീൽ, നമീബിയ കൂടാതെ എന്താണ് അർജന്റീന. ഇത്രയും രാജ്യങ്ങൾ നരേന്ദ്രമോദി 2025 എന്താണ് ഇനീഷ്യലി സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു കൂടെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അടുത്ത എന്താണ്? ഇന്ത്യൻ അനിമേറ്റഡ് ഫിലിം ഡെയ്സി ഊൺ വിൻസ് ജൂറി അവാർഡ് അറ്റ് അനസി 2025. 2025 അനസി ഇന്റർനാഷണൽ അനിമേഷൻ ഫെസ്റ്റിവൽ ഫ്രാൻസിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ ഇന്ത്യൻ അനിമേറ്റഡ് മൂവി ആയിട്ടുള്ള ഡെയ്സി ഊൺ എന്താണ്
ജൂറി അവാർഡ് സ്വന്തമാക്കി. സോ ഇതുപോലെയുള്ള കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഒന്നുകിൽ ഈ ഒരു അവാർഡ് സ്വന്തമാക്കിയ അനിമേഷൻ മൂവി ഏതാണ്, ഇനി അതല്ലെങ്കിൽ അത് ആരുടെ മൂവിയാണ്, ആരാണ് അതിൻ്റെ ഡയറക്ടർ എന്ന രീതിയിലൊക്കെ നമുക്ക് ചോദ്യം വരാം. സോ ഡെയ്സി ഓൺ ആൻ അനിമേഷൻ ഫിലിം മേക്കർ സുരേഷ് എരിയാത്ത് എന്ന പേരുള്ള ഫിലിം മേക്കറാണ്. അദ്ദേഹമാണ് ഈ പറയുന്ന മൂവി എന്താണ് പ്രൊഡ്യൂസ് ചെയ്ത, അല്ലെങ്കിൽ ആ ഒരു മൂവി അദ്ദേഹത്തിൻ്റെതാണ്. ഹാസ് ബ്രോട്ട്, അതിൻ്റെ ഡയറക്ടറും അതായത് നമ്മുടെ അനിമേഷൻ മൂവി ആണല്ലോ. ഹാസ് ബ്രോട്ട് ഇന്റർനാഷണൽ അക്ലെയിം ടു ഇന്ത്യൻ അനിമേഷൻ ബൈ വിന്നിങ് ജൂറി അവാർഡ് ഫോർ ബെസ്റ്റ് കമ്മീഷൻഡ് ഫിലിം. സോ ജൂറി അവാർഡ് എന്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഈ ഒരു ജൂറി അവാർഡ് എന്ന് ചോദിച്ചാൽ ബെസ്റ്റ് കമ്മീഷൻഡ് ഫിലിമാണ് അറ്റ് NSC International Animation Festival 2025 in France. The film was recently crowned the best film at the World Audio, Video and Entertainment Summit, Waves Summit 2025 ഉണ്ട്, which was held in മുംബൈ. മുംബൈയിൽ വെച്ച് നടന്ന വേവ് സമ്മിറ്റ് ഉണ്ടല്ലോ, വേൾഡ് ഓഡിയോ വീഡിയോ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സമ്മിറ്റ്. അതിലെന്താണ് ബെസ്റ്റ് ഫിലിം അവാർഡ് സ്വന്തമാക്കി. വേവ്സ് ഈസ് ഇന്ത്യാസ് ലീഡിംഗ് അനിമേഷൻ ആൻഡ് ഡിസൈൻ റെക്കഗ്നിഷൻ പ്ലാറ്റ്ഫോം അണ്ടർ ദ ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചലഞ്ച്. ഓൾറെഡി നമ്മൾ വേവ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ റെഗുലർ കറണ്ട് അഫെയറിൽ പല ഭാഗങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതുകൂടെ ഓർത്ത് വെച്ചാൽ മതി. ഇനി ഇത് മാത്രമല്ല, ഡെയ്സി ഊണുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടെ ചോദിക്കാം. കാരണം കാനസ് ലയൺസ് 2025 എന്താണ് ഫിലിം ക്രാഫ്റ്റ് ലയൺ കാറ്റഗറിയിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട അനിമേഷൻ മൂവി കൂടിയാണ് ഡെയ്സി ഊൺ, അതുകൂടെ ഓർത്ത് വെച്ചാൽ മതി. മാണിക വിശ്വകർമ്മ ക്രൗണ്ട് മിസ് യൂണിവേഴ്സ് ഇന്ത്യ 2025 2025 മിസ് യൂണിവേഴ്സ് ഇന്ത്യ ആര് സ്വന്തമാക്കി? മാണിക വിശ്വകർമ്മ സ്വന്തമാക്കി അല്ലേ. മാണിക വിശ്വകർമ്മ എ മോഡൽ ഫ്രം Ganganagar, Rajasthan has been crowned Miss Universe India 2025 event held in Jaipur. ജയ്പൂരിൽ വെച്ചിട്ടാണ് ഈ പറയുന്ന മിസ് യൂണിവേഴ്സ് ഇന്ത്യ 2025 ഇവൻ്റ് നടന്നത്. സോ അതിൽ രാജസ്ഥാൻ സ്വദേശിനിയായിട്ടുള്ള മാണിക വിശ്വകർമ്മ നേട്ടം സ്വന്തമാക്കി. ഒന്നുകിൽ നമുക്ക് ആരാണ് 2025 മിസ് യൂണിവേഴ്സ് ഇന്ത്യ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന മാണിക വിശ്വകർമ്മ ഏത് സംസ്ഥാനക്കാരിയാണെന്നൊക്കെ ചോദിക്കാം. എന്ത് വേണേലും അവർ ചോദ്യമായിട്ട് കൊണ്ടുവരാം. 74ാമത്തെ മിസ് യൂണിവേഴ്സ് കോമ്പറ്റീഷൻ ആയിരുന്നു. ഇനി നമ്മുടെ ഇന്ത്യൻ മിസ് യൂണിവേഴ്സ് എന്ന രീതിയിൽ പറയുമ്പം സുസ്മിത സെൻ 1994 ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ മിസ് യൂണിവേഴ്സ്. ലാറ ദത്ത 2000 സെക്കൻഡ് ഇന്ത്യൻ ടു വിൻ മിസ് യൂണിവേഴ്സ്. ഇത് മിസ് യൂണിവേഴ്സ് ഇന്ത്യയാണ് 2025 പറയുന്നത്. ഇത് മിസ് യൂണിവേഴ്സ് മത്സരം തന്നെയാണ്. ഹർണ സന്ധു 2021 എന്നാണ് തേർഡ് ക്രൗൺ ഫോർ ഇന്ത്യ ആഫ്റ്റർ 2 decades. 2000 എന്താണ് ലാറ ദത്ത സ്വന്തമാക്കിയതിനു ശേഷം 20 വർഷം നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ട് വന്നു ഒരു മിസ് യൂണിവേഴ്സ് സ്വന്തമാക്കാം. ദ ഹിന്ദു നെയ്മഡ് ചാമ്പ്യൻ ഓഫ് ഡിജിറ്റൽ മീഡിയ അവാർഡ് സൗത്ത് ഏഷ്യ 2025 2025 ചാമ്പ്യൻ ഓഫ് ഡിജിറ്റൽ മീഡിയ അവാർഡ്സ് ആര് സ്വന്തമാക്കി? ദ ഹിന്ദു ന്യൂസ് പേപ്പർ അല്ലെ, ആ ഒരു ഗ്രൂപ്പ് ഹിന്ദു ഗ്രൂപ്പ് സ്വന്തമാക്കി അല്ലേ. ദ ഹിന്ദു ഹാസ് ബീൻ crowned the champion of digital media award South Asia 2025 2025 സൗത്ത് ഏഷ്യയിൽ എന്താണ് ചാമ്പ്യൻ ഓഫ് ഡിജിറ്റൽ മീഡിയ അവാർഡ് ഹിന്ദു ഗ്രൂപ്പ് സ്വന്തമാക്കിയിട്ടുണ്ട്. സെക്യൂറിങ് 10 അവാർഡ്സ് അക്രോസ് ഡിഫറെൻ്റ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കാറ്റഗറീസ്, ഡിഫറെൻറ്റ് കാറ്റഗറീസുമായിട്ട് ബന്ധപ്പെട്ട് 10ഓളം അവാർഡ്സ് എന്താണ് ഈ ഒരു ഇവൻറ്റിൽ നമ്മുടെ ദ ഹിന്ദു എന്ന് പറയുന്ന മീഡിയ സ്വന്തമാക്കിയിട്ടുണ്ട്. ഹിന്ദു എന്താണെന്നറിയില്ല, ന്യൂസ് പേപ്പറാണ്, വായിക്കാറില്ലേ, അതിൽ നിന്ന് ഡാറ്റ എടുക്കാനൊക്കെ പലപ്പോഴും ഞാൻ പറയാറുണ്ടായിരുന്നു. ഓക്കെ, സോ 10ഓളം അവാർഡുകൾ ദ ഹിന്ദു ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്വന്തമാക്കിയിട്ടുണ്ട്. മൾട്ടിപ്പിൾ കാറ്റഗറീസ് അറ്റ് 1 ഇഫ്ര ഡിജിറ്റൽ മീഡിയ അവാർഡ് ചെന്നൈയിൽ വെച്ചിട്ട് നടന്ന ഒരു അവാർഡാണ്. 10 അവാർഡ് എന്ന് പറയുമ്പോൾ 4 കാറ്റഗറിയിൽ ഗോൾഡ് അവാർഡ്, 3 കാറ്റഗറിയിൽ സിൽവർ അവാർഡ്, 3 കാറ്റഗറിയിൽ ബ്രോൺസ് അവാർഡാണ്. ദ റെക്കഗ്നിഷൻ അണ്ടർസ്കോർസ് ദ മീഡിയ ഹൗസസ് ലീഡർഷിപ്പ് ഇൻ ഡിജിറ്റൽ ഇന്നോവേഷൻ, സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് ഓഡിയൻസ് എൻഗേജ്മെൻറ്റ്, അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആണ്. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എത്ര അവാർഡ് ആര് സ്വന്തമാക്കി, എന്താണ് അവാർഡ് എന്ന രീതിയിൽ പഠിച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ് PM മോദി ലോഞ്ചസ് ഗ്ലോബൽ MS സ്വാമിനാഥൻ അവാർഡ് ഫോർ ഫുഡ് ആൻഡ് പീസ്. ആദ്യമായിട്ടാണ് MS സ്വാമിനാഥൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നമ്മുടെ രാജ്യം എന്താണ് ഇതുപോലൊരു അവാർഡ് കൊണ്ടുവരുന്നത്. അവാർഡിൻ്റെ പേരെന്താണ്? MS സ്വാമിനാഥൻ അവാർഡ് ഫോർ ഫുഡ് ആൻഡ് പീസ്. ഇത് ഞാൻ ആക്ച്വലി നമ്മുടെ എന്താ പറയുക ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് റെഗുലർ കറണ്ട് അഫെയർ പറയുന്ന സമയത്ത് വേറെ രീതിയിലെ പേരായിരുന്നു പറഞ്ഞത്. രണ്ടും ഒരു വ്യക്തി തന്നെയാണ്, നമ്മൾ ഷോർട്ടാക്കി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മിനിസ്റ്റർ നരേന്ദ്രമോദി ലോഞ്ച്ഡ് ഗ്ലോബൽ MS സ്വാമിനാഥൻ അവാർഡ് ഫോർ ഫുഡ് ആൻഡ് പീസ് അറ്റ് MS സ്വാമിനാഥൻ സെന്റിനറി ഇന്റർനാഷണൽ കോൺഫറൻസ് ഇൻ ഡൽഹിയിൽ വെച്ച് നടന്ന MS സ്വാമിനാഥൻ എന്താണ് സെന്റിനറി കോൺഫറൻസ് എന്താണ് 100 വർഷമായിട്ടുണ്ട് അല്ലേ. സോ ആ ഒരു വേളയിലാണ് ആദ്യമായിട്ട് ഇങ്ങനൊരു അവാർഡ് കൊണ്ടുവന്നു. ഓക്കെ, ഇത്തരത്തിൽ MS സ്വാമിനാഥനുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു അവാർഡ് ആദ്യമായിട്ടാണ് കൊണ്ടുവന്നത്. അതവിടെ നിന്ന് ഓർത്തു വെച്ചാൽ മതി. ഫുഡ് ആൻഡ് പീസ് പ്രൈസ് എന്ന രീതിയിൽ ആ ഒരു അവാർഡ് MS സ്വാമിനാഥൻ അവാർഡ് 2025 എന്ന രീതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കും. അതിൻ്റെ കൂടെ എന്താണ് ഈ പറയുന്ന
ആദ്യത്തെ അവാർഡാണെന്ന രീതിയിൽ കൂടെ കാര്യം ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഓക്കെ, ഡീറ്റെയിൽസിലേക്ക് വരാം. പ്രൈം മിനിസ്റ്റർ മോദി എന്താണ്, അദ്ദേഹമാണ് ലോഞ്ച് ചെയ്തത്. ഡൽഹിയിൽ വെച്ച് നടന്ന കോൺഫറൻസിലാണ് ലോഞ്ച് ചെയ്തത്. ദ അവാർഡ് എയിംസ് ടു റെക്കഗ്നൈസ് എക്സെപ്ഷണൽ കോൺട്രിബ്യൂഷൻ ടു ഫുഡ് സെക്യൂരിറ്റി ആൻഡ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ അക്രോസ് ദ ഡെവലപ്പിംഗ് വേൾഡ്. ഭക്ഷ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് എം എസ് സ്വാമിനാഥൻ്റെ കോൺട്രിബ്യൂഷൻ ആദരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അവാർഡ്. എ സെന്റിനറി മെമ്മോറിയൽ സ്റ്റാമ്പ്, 100 വർഷത്തിൻ്റെ സ്റ്റാമ്പ് അവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എം എസ് സ്വാമിനാഥനുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തെയാണ് നമ്മൾ ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ എന്ന പേരിൽ വിളിക്കുന്നത്. ദ ഇനോഗ്രൽ അവാർഡ് വാസ് പ്രസന്റഡ് ടു ഡോക്ടർ അഡമോള എ അഡനിലെ, നൈജീരിയൻ സയൻറ്റിസ്റ്റ് ആണ് അദ്ദേഹമാണ് ഈ പറയുന്ന അവിടെയുള്ള നൈജീരിയയുമായിട്ട് ബന്ധപ്പെട്ട പട്ടിണിയും കാര്യങ്ങളും കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിൽ നിന്ന് അതിജീവിക്കാൻ വേണ്ടിയിട്ട് വിവിധ പ്രവർത്തനങ്ങൾ നടത്തുകയും അതിലെന്താണ് അദ്ദേഹം വിജയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനാണ് ഇത്തവണ എന്താണ് ഇത്തവണ എന്ന് പറയുന്നത് ആദ്യത്തെ എം എസ് സ്വാമിനാഥൻ അവാർഡ് ഫോർ ഫുഡ് ആൻഡ് പീസ് ആണ് അത് അദ്ദേഹത്തിന് ലഭിച്ചു. പ്രൊഫസർ എം എസ് സ്വാമിനാഥൻ, ഫാദർ ഓഫ് ഇന്ത്യാസ് ഗ്രീൻ റവല്യൂഷൻ, നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ്റെ പിതാവാണ് എം എസ് സ്വാമിനാഥൻ. സ്വാമിനാഥൻ ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് ഓഫ് ബയോ ഹാപ്പിനെസ് ഫോക്കസ്ഡ് ഓൺ ഹ്യൂമൻ വെൽഫെയർ ആൻഡ് എക്കോളജിക്കൽ ബാലൻസ്. ബയോ ഹാപ്പിനെസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ മുൻപും ചർച്ച ചെയ്യുന്നുണ്ട്. ബയോ ഹാപ്പിനെസ് പല ഭാഗങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എൻവയോൺമെൻറ്റ് ആ ഒരു സസ്റ്റൈനബിലിറ്റി തന്നെയാണ് അവിടെ പറയുന്നത്. എം എസ് സ്വാമിനാഥൻ പാസ്ഡ് അവേ 2023 സെപ്റ്റംബർ 23. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മരണപ്പെട്ട സമയത്ത് നമ്മൾ വാർത്തകൾ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. തൻ്റെ 98ാമത്തെ വയസ്സിലാണ് മരണപ്പെട്ടത്. 2024 മരണാനന്തര ബഹുമതിയായിട്ട് നമ്മുടെ രാജ്യം അദ്ദേഹത്തിന് ഭാരത് രത്ന അവാർഡും നൽകിയിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഹിസ് ലീഡർഷിപ്പ് ഡ്യൂറിംഗ് 1960s and 1970s ഗ്രീൻ റവല്യൂഷൻ ട്രാൻസ്ഫോംഡ് ഇന്ത്യ ഫ്രം എ ഫുഡ് ഡെഫിഷ്യൻ നേഷൻ ടു വൺ ഓഫ് എ സെൽഫ് സഫിഷ്യൻസി. അതുകൂടെ പഠിച്ചു വയ്ക്കും. നെക്സ്റ്റ് എന്താണ്, നീരജ് ഗെയ്വാൻസ് ഹോം ബൗണ്ട് ഡ്രീംസ് അറ്റ് മെൽബൺ ഫിലിം ഫെസ്റ്റിവൽ. നീരജ് ഗെയ്വാൻ്റെ എന്താണ് ഹോം ബൗണ്ട് എന്ന് പറയുന്ന ഒരു ഫിലിം ഓസ്കാർ അടക്കം നോമിനേഷൻ പോയിട്ടുണ്ട്. അത് നമ്മൾ അങ്ങോട്ട് നോക്കും. സോ ഇത് നമ്മൾ പറയുന്നത് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ ഉണ്ട്, IFFM 2025. അതിലെന്താണ് ഹോം ബൗണ്ട് നേട്ടം സ്വന്തമാക്കി. ഹോം ബൗണ്ട് ഡയറക്ട്ലി ബൈ അക്ലെയിംഡ് ഫിലിം മേക്കർ നീരജ് ഗെയ്വാൻ എമേർജ്ഡ് ആസ് എ മേജർ വിന്നർ അറ്റ് ദ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ 2025. The film received the award for best film while Gaiwan was honored with the best director at the awards ceremony held on August 15. അവിടെ എന്താണ് ബെസ്റ്റ് ഫിലിം അവാർഡും ബെസ്റ്റ് ഡയറക്ടർ അവാർഡും അങ്ങനെ വിവിധ അവാർഡ് കാര്യങ്ങൾ അതിന് ലഭിച്ചിട്ടുണ്ട്. ദ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ വാസ് ഫൗണ്ടഡ് ഇൻ 2012. 2012 തൊട്ടിട്ടാണ് ഈ ഒരു അവാർഡ് എന്താണ് നൽകാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നീരജ് ഗെയ്വാൻ്റെ മറ്റൊരു ഫേമസ് ആയിട്ടുള്ള മൂവിയാണ് മാസാൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, 2015 വന്ന മൂവിയാണ്. അത് കാനസ് ഫിലിം ഫെസ്റ്റിവലിലും അതുപോലെ തന്നെ ഫിപ്രസ്കി പ്രൈസിലൊക്കെ എന്താണ് നേട്ടം സ്വന്തമാക്കിയ മൂവി കൂടിയാണ് മാസാൻ. ഹോം ബൗണ്ടിൻ്റെ പേര് നിർബന്ധമായിട്ട് പഠിച്ചു വയ്ക്കണം. അതിന് ഡയറക്റ്റായിട്ടുള്ള നീരജ് ഗെയ്വാൻ്റെ പേര് നിങ്ങൾ പഠിച്ചു വയ്ക്കണം. സൻസദ് രത്ന അവാർഡ്സ് 2025. 2025 സൻസദ് രത്ന അവാർഡ്. 17 parliamentarians have been awarded Sansad Ratna Award 2025 in New Delhi for their exemplary performance. 2025 സൻസദ് രത്ന അവാർഡ്. സൻസദ് രത്ന അവാർഡ് ആർക്കാണ് നൽകുന്നതെന്നറിയോ? പാർലമെന്റേറിയൻസിനാണ്. നമ്മുടെ MPs ഒക്കെ അല്ലേ, മെമ്പർ ഓഫ് പാർലമെന്റ്. സോ അങ്ങനെയുള്ള ആളുകൾക്കാണ് അവാർഡ് നൽകുന്നത്. അവരുടെ മികച്ച പ്രവർത്തനം, അവരുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഡെവലപ്മെന്റിന് വേണ്ടി അവർ ചെയ്ത കാര്യങ്ങൾ, സോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഈ ഒരു ആദരവ് നൽകുന്നത്. ദീസ് പാർലമെന്റേറിയൻസ് ഇൻക്ലൂഡ്, എല്ലാവരുടെയും പേര് പറയുന്നില്ല, കുറച്ച് പേര് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. രവി കിഷൻ, ദിനേശ് ശർമ്മ, അതുപോലെ വർഷ ഗേക്വാദ്, സുപ്രിയ സൂലെ, അരവിന്ദ് സാവന്ത്. സോ ഇത്രയും ആളുകളുടെ പേര് ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഈ ഒരു അവാർഡ് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷനാണ്, NGO ആണ് നൽകുന്നത്, അല്ലാതെ ഗവൺമെന്റ് നേരിട്ട് നൽകുന്ന അവാർഡല്ല. 2010 തൊട്ടിട്ട് എന്താണ് ഈ ഒരു അവാർഡ് നൽകുന്നുണ്ട്. ആക്ച്വലി ഇങ്ങനെ അവാർഡ് നൽകണം, മികച്ച പാർലമെന്റേറിയനെ ഇത്തരത്തിൽ തിരഞ്ഞെടുക്കണം എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് ഡോക്ടർ APJ അബ്ദുൽ കലാം ആയിരുന്നു. അങ്ങനെയാണ് ഈ ഒരു അവാർഡ് വന്നത്. ഇതിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആൻഡ് കൺസിസ്റ്റന്റ് കോൺട്രിബ്യൂഷൻ ടു പാർലമെന്ററി ഡെമോക്രസി ആ ഒരു സ്പെഷ്യൽ അവാർഡ് ലഭിച്ചത് നമ്മുടെ മാതാബ് ഉണ്ടല്ലോ, നമ്മുടെ പ്രോട്ടോം സ്പീക്കറൊക്കെ ആയിരുന്ന വ്യക്തിയാണ്. NK പ്രേമചന്ദ്രൻ, മലയാളിയാണ്, കേരളക്കാരനാണ്, കേരള MP ആണ്. സുപ്രിയ സൂലെ, അതുപോലെ തന്നെ ശ്രീരംഗ അപ്പബാർനെ. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിംഗ് ആൻഡ് കൺസിസ്റ്റന്റ് കോൺട്രിബ്യൂഷൻ ടു പാർലമെന്ററി ഡെമോക്രസിയാണ് അവർക്ക് ലഭിച്ച അവാർഡ്. ഇനി മഹാരാഷ്ട്രയിൽ നിന്നുള്ള മറ്റ് അവാർഡ് കാറ്റഗറി വിന്നേഴ്സ് സമിത ഉദയവാഗ്, ഇവരൊക്കെ മഹാരാഷ്ട്ര BCL MPs ആണ്. അരവിന്ദ് ഗൺപത് സാവന്ത് ഉണ്ട്, നരേഷ് ഗൺപത് മസൈക്ക് ഉണ്ട്, പ്രൊഫസർ ഗേക്വാദ് വർഷ ഏകനാഥ് ഉണ്ട്, ഡോക്ടർ മേധ വിശ്രം കുൽക്കർണി ഉണ്ട്. സോ ഇത്രയും ആളുകളുടെ പേര് കൂടെ അവിടെ നിന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി മറ്റ് സ്റ്റേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട ജസ്റ്റ് പേര് നിങ്ങളൊന്ന് വായിച്ചാൽ മതി. ഓക്കെ,
നെക്സ്റ്റ് എന്താണ് 71st നാഷണൽ ഫിലിം അവാർഡ് 2023. ഉറപ്പായിട്ട് ഇതിൽ നിന്ന് ചോദ്യം വരും, ഡൗട്ടൊന്നുമില്ല. ഇതിൽ നിന്ന് എന്തായാലും ചോദ്യം വരും. അത് എന്ത് ചോദിക്കുമെന്ന് മാത്രം നമുക്ക് ഡൗട്ടുള്ളൂ. ഓൾറെഡി ഒരുപാട് ചോദ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞു. 71ാമത്തെ നാഷണൽ ഫിലിം അവാർഡ്സ് 2023. ദ വിന്നേഴ്സ് ഓഫ് 71st നാഷണൽ ഫിലിം അവാർഡ് 2023 2023 ഇയർ ബേസ് ചെയ്തിട്ടാണെങ്കിലും പ്രഖ്യാപിക്കപ്പെടുന്നത് 2025ലാണ്. ദ 71st നാഷണൽ ഫിലിം അവാർഡ് പ്രസന്റഡ് ബൈ നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NTCI ആണ് ഇത് പ്രഖ്യാപിക്കുന്നത്. 2025 ഓഗസ്റ്റ് 1 തീയതിയാണ് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഇത് പ്രഖ്യാപിച്ചത്. ദിസ് ഇയർ ദ അവാർഡ്സ് 332 entries in the feature film category, 115 in non-feature films, 27 books and 16 critics submission. 332 entries ഉണ്ടായിരുന്നു ഡിഫറെൻറ്റ് ഫിലിം കാറ്റഗറിയുമായിട്ട് ബന്ധപ്പെട്ട. ഫ്ലവറിംഗ് മാൻ വോൺ ബെസ്റ്റ് നോൺ ഫീച്ചർ ഫിലിം അവാർഡ്. ഇതൊക്കെയാണ് നോക്കാനുള്ളത്. ഫീച്ചർ ഫിലിം ഒക്കെ നമുക്ക് എന്താണ് പെട്ടെന്ന് കിട്ടും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് അവിടെ കൺഫ്യൂസിങ് ആവരുത്. സോ ഇവിടെ പറഞ്ഞു വന്നത് നോൺ ഫീച്ചർ ഫിലിം അവാർഡ് കാറ്റഗറിയിൽ ഫ്ലവറിംഗ് മാൻ എന്താണ് ബെസ്റ്റ് നോൺ ഫീച്ചർ ഫിലിം അവാർഡ് സ്വന്തമാക്കി. അതുപോലെ തന്നെ ബെസ്റ്റ് ഡോക്യുമെൻ്ററി ഗോഡ് വൾച്ചർ ആൻഡ് ഹ്യൂമൺ ആണ്. ഓക്കെ, ഗോഡ് വൾച്ചർ ആൻഡ് ഹ്യൂമൺ ആണ് ബെസ്റ്റ് ഡോക്യുമെൻ്ററി. ഈ രണ്ട് ഫിലിം എന്താണ് അവരുടെ ആദ്യത്തെ നാഷണൽ ഫിലിം അവാർഡ് കൂടിയാണ്. ഏത് കാറ്റഗറി ആയാലും അവരുടെ ആദ്യത്തെ നാഷണൽ ഫിലിം അവാർഡ് കൂടിയാണ്. ഇനി ഇതുവരെ പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞുതരാം. അവിടെ എന്താണ് ബെസ്റ്റ് ഫീച്ചർ ഫിലിം. ഞാൻ ഓൾറെഡി പറഞ്ഞു ഫീച്ചർ ഫിലിം ഒക്കെ ഒരുപാട് ചോദിച്ചു, നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. നോൺ ഫീച്ചർ ഫിലിം ഒക്കെ ചോദിക്കുന്ന സമയത്താണ് അവിടെ ഒരു എന്താണ് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. 12th ഫെയിൽ ഹാസ് ബീൻ ഹോണേർഡ് വിത്ത് ബെസ്റ്റ് ഫീച്ചർ ഫിലിം അവാർഡ് അറ്റ് 71st നാഷണൽ ഫിലിം അവാർഡ്സ്. സോ ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 12th ഫെയിൽ നിങ്ങൾക്കും കിട്ടും, എല്ലാവർക്കും കിട്ടും. പഠിച്ചു പോയാൽ ആയിക്കഴിഞ്ഞാൽ അതായത് കൃത്യമായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ ജസ്റ്റ് വായിച്ചു പോയി കഴിഞ്ഞാലും ഇതൊക്കെ നിങ്ങൾ വായിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് 12th ഫെയിൽ ഒന്ന് പഠിച്ചു വയ്ക്കാം. ഇനി ഷാറൂഖ് ഖാൻ ജവാൻ, വിക്രാന്ത് മാസി 12th ഫെയിൽ have been awarded the best actor award. ബെസ്റ്റ് ആക്ടേഴ്സ് ഒരാളല്ല, രണ്ടുപേരാണ്. ഷെയ്ഡ് അവാർഡാണ്. ഷാറൂഖ് ഖാൻ ജവാൻ എന്ന് പറഞ്ഞ മൂവിയുമായിട്ട് ബന്ധപ്പെട്ട് വിക്രാന്ത് മാസെ എന്താണ് 12th ഫെയിൽ എന്ന് പറഞ്ഞ മൂവിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ അവാർഡ് സ്വന്തമാക്കിയത്. ദിസ് ഈസ് ദ ഫസ്റ്റ് നാഷണൽ ഫിലിം അവാർഡ് ഓഫ് ഷാറൂഖ് ഖാൻ ഇൻ ഹിസ് കരിയർ. ഷാറൂഖ് ഖാൻ്റെ അഭിനയ ജീവിതത്തിൽ ഇത്രയും കാലം നിങ്ങൾക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റും, ഇത്രയും കാലം ഇദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിൽ ഇതിന് ഒരു നാഷണൽ അവാർഡ് പോലും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ആദ്യമായിട്ട് ലഭിച്ചു. റാണി മുഖർജി വാസ് ഹോണേർഡ് വിത്ത് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് ഫോർ ഹെർ പവർഫുൾ പെർഫോമൻസ് ഇൻ മിസ് ചാറ്റർജി വെസ് നോർവേ. റാണി മുഖർജി കൂടെ ആ ഒരു മിസ് ചാറ്റർജി വെസ് നോർവേ എന്ന് പറഞ്ഞ ആ ഒരു മൂവിയുമായിട്ട് ബന്ധപ്പെട്ട മികച്ച പെർഫോമൻസ് ആയിരുന്നു. അവരുടെയും എന്താണ് ആദ്യത്തെ നാഷണൽ ഫിലിം അവാർഡ് കൂടിയാണെന്ന് കൂടെ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്ത് വെച്ചാൽ മതി. വെറ്ററൻ ആക്ടർ വിജയരാഘവൻ മലയാളിയാണ്. അതുപോലെ തന്നെ മുത്തുപേട്ടി സോമു ഭാസ്കർ വേർ അവാർഡ് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടേഴ്സ്. എന്താണ് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടേഴ്സായിട്ട് നമ്മുടെ മലയാളം ആക്ടറായുള്ള വിജയരാഘവനും മുത്തുപേട്ടി സോമു ഭാസ്കറും എന്താണ് മാറിയിട്ടുണ്ട്. സോ ഇതിൽ 12th ഫെയിലും ഷാറൂഖ് ഖാനും വിക്രാന്ത് മാസിയൊക്കെ എല്ലാവർക്കും കിട്ടുന്ന കാര്യമാണ്. പക്ഷേ നിങ്ങൾക്ക് എന്താണ് യുണീക്കായിട്ട് റാങ്ക് മേക്കിംഗ് ഫാക്ട്സ് എന്താണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ നോൺ ഫീച്ചർ ഫിലിമൊക്കെ അല്ലേ അതൊക്കെ പഠിച്ചിട്ട് പോയാൽ മതി. ബെസ്റ്റ് നോൺ ഫീച്ചറിംഗ് ഫിലിം കാറ്റഗറി ഹിന്ദി മൂവിയാണ്. ഫ്ലവറിംഗ് മാൻ ആണ്. പ്രൊഡ്യൂസർ ചോദിച്ച പ്രൊഡ്യൂസറല്ല ഡയറക്ടറാണ് മിക്കവാറും ചോദിക്കുക. പ്രൊഡ്യൂസർ സാധ്യത കുറവാണ്. ആരാണ്? സൗമ്യജിത്ത് ഘോഷാണ്. 3 ലക്ഷം രൂപയാണ്. സ്വർണ്ണ കമലാണ്, അതും ചോദിക്കാം. ബെസ്റ്റ് നോൺ ഫീച്ചർ എന്നതിന് പകരം സ്വർണ്ണ കമൽ സ്വന്തമാക്കിയ മൂവി ചോദിക്കാം. ബെസ്റ്റ് ഡെബ്യൂ ഫിലിം ഓഫ് എ ഡയറക്ടർ, ഒരു ഡയറക്ടറുടെ ആദ്യത്തെ മൂവി മൗ ആണ്. ദ സ്പിരിറ്റ് ഡ്രീംസ് ഓഫ് ഷിറോ ആണ്. ഡയറക്ടർ ശില്പിക ബർധോളിയാണ്. 3 ലക്ഷം രൂപയാണ് അവിടെ അവാർഡ് വരുന്നത്. ഇനി ബെസ്റ്റ് ഫിലിം ക്രിറ്റിക് ആണ് അവാർഡ് വരുന്നത്. ഉത്പൽ ദത്ത അസമീസ് ലാംഗ്വേജ് ആണ്. സ്വർണ്ണ കമലാണ് അതിന് നൽകുന്നത്. 1 ലക്ഷം രൂപയാണ് സമ്മാനം വരുന്നത്. ബെസ്റ്റ് ഫീച്ചർ ഫിലിം പറഞ്ഞു 12th ഫെയിലാണ്. അതിൻ്റെ ഡയറക്ടർ വിനോദ് ചോപ്രയാണ്. 12th ഫെയിലിൽ അതും ചോദിക്കാം. സ്വർണ്ണ കമൽ ഇവിടെ 3 ലക്ഷം രൂപയാണ്. ബെസ്റ്റ് ഫീച്ചർ ആയാലും നോൺ ഫീച്ചർ ആയാലും സ്വർണ്ണ കമൽ അവാർഡാണ് അവിടെ നൽകപ്പെടുന്നത്. ഇനി ബെസ്റ്റ് ഡെബ്യൂ ഫിലിം ഓഫ് എ ഡയറക്ടർ അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചാൽ അത് മറാത്തി ഫിലിമാണ്. ആ പേര് ഓർത്ത് വെച്ചാൽ അത് പേര് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. ആത്മൻ പാംഫെൽറ്റാണ്. ഓക്കെ, ആത്മൻ പാംഫെൽറ്റാണ്. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നു. അവിടെയും സ്വർണ്ണ കമൽ അവാർഡാണ്. അവാർഡ് ഫോർ ബെസ്റ്റ് പോപ്പുലർ ഫിലിം പ്രൊവൈഡിങ് ഹോൾസം എൻ്റർടൈൻമെൻറ്റ് റോക്കി ഓർ റാണി കി പ്രേം കഹാനി ഹിന്ദി മൂവിയാണ്. ഡയറക്ടർ കരൺ ജോഹർ ആണ്. അതുപോലെ ബെസ്റ്റ് ഫീച്ചർ ഫിലിം പ്രൊമോട്ടിംഗ് നാഷണൽ സോഷ്യൽ ആൻഡ് എൻവയോൺമെൻറ്റ് വാല്യൂസ് സാം ബഹദൂർ മൂവി കണ്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. മേഘ്ന ഗുൽസാറാണ് ഡയറക്ടർ. രജത് കമലാണ് അതിന് നൽകുന്ന അവാർഡ്. ബെസ്റ്റ് ചിൽഡ്രൻ ഫിലിം ചോദിക്കാൻ സാധ്യതയുണ്ട്. മറാത്തി മൂവിയാണ് 4-2 ആണ്. ഓക്കെ, ഡയറക്ടർ ആരാണ്? സുധാകർ യെഡ്ഡിയാണ് അതിൻ്റെ ഡയറക്ടർ വരുന്നത്. സ്വർണ്ണ കമലാണ് അതിന് നൽകുന്നത്.
നെക്സ്റ്റ് എന്താണ്? സുഹാനി ഷാ became first Indian to win Oscar for Magicians at FISM 2025. 2025 FISM അവാർഡ്സിൽ ഓസ്കാർ ഫോർ മജീഷ്യൻസ് ആര് സ്വന്തമാക്കി? സുഹാനി ഷാ സ്വന്തമാക്കി. സുഹാനി ഷാ ഫ്രം രാജസ്ഥാൻ won the title of Best Magic Creator 2025 at the Federation International Deaf Societies മാക്യൂസ്. FISM അവാർഡ് എന്ന് പറയും. അതിൻ്റെ ഫുൾ ഫോമാണ്. നിങ്ങളിങ്ങനെ പഠിച്ചാൽ മതി. ഓസ്കാർ ഫോർ മജീഷ്യൻസ്. നമ്മൾ സാധാരണ ഓസ്കാർ മൂവീസിനാണ് നൽകാറുള്ളത് അല്ലേ. എന്നാൽ മജീഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെപ്പറേറ്റ് ഓസ്കാർ അല്ല ആക്ച്വലി, അത് നമ്മളതിനെ വിളിക്കുന്നതാണ്. ഇപ്പം നൊബേൽ ഫോർ എന്താണ് വേറെ ഏതെങ്കിലും ആർട്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. ആർട്സിന് നൊബേൽ സമ്മാനം വരുന്നുണ്ടോ? ലിറ്ററേച്ചർ ഉണ്ട്. സോ നമ്മൾ ചില അവാർഡുകൾ അങ്ങനെ വിളിക്കാറുണ്ട്. മാത്തമാറ്റിക്സ് നൊബേൽ പ്രൈസ് ആണ്, എബിൾ പ്രൈസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറുണ്ട്. അത് ആക്ച്വലി നൊബേൽ പ്രൈസിലെ കാറ്റഗറി ആണോ? അല്ല, അത് സെപ്പറേറ്റ് എബിൾ പ്രൈസ് എന്ന് പറഞ്ഞ് നൽകുന്നതാണ്. അങ്ങനെ വരാറുണ്ട്. അതുപോലെയാണ് ബെസ്റ്റ് മാജിക് ക്രിയേറ്റർ അവാർഡ് 2025. വിത്ത് ദിസ് ഷീ ബിക്കെയിം ദ ഫസ്റ്റ് ഇന്ത്യൻ എവർ ടു വിൻ ദിസ് പ്രസ്റ്റീജിയസ് ഗ്ലോബൽ അവാർഡ് ഇൻ ഓൺലൈൻ മാജിക് category. The FISM World Championship of Magic, known as the Olympics of Magic എന്ന് വിളിക്കാറുണ്ട്, was held in ടൊറീനോ, ഇറ്റലിയിലെ ടൊറീനോയിൽ വെച്ചിട്ടാണ് നടന്നത്. ഗീതാഞ്ജലി ശ്രീ വിൻസ് പെൻ ട്രാൻസ്ലേറ്റ് അവാർഡ് 2025. 2025 വർഷത്തില് പെൻ ട്രാൻസ്ലേറ്റ് അവാർഡ് ആര് സ്വന്തമാക്കി? വളരെ ഫേമസ് ആയുള്ള റൈറ്റർ ഗീതാഞ്ജലി ശ്രീ സ്വന്തമാക്കി അല്ലേ. ഗീതാഞ്ജലി ശ്രീ നമ്മൾ വേറെ വീഡിയോ കേട്ടിട്ടുണ്ടല്ലോ. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് 2022 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് അവാർഡ് സ്വന്തമാക്കിയ വ്യക്തി കൂടിയാണ് ഗീതാഞ്ജലി ശ്രീ. ഗീതാഞ്ജലി ശ്രീ, എ പ്രൊമിനന്റ് ഹിന്ദി ഓഥർ, ഹാസ് once again earned global recognition by winning Pen Translate Award 2025 for her book Once Elephants Lived Here. സോ ഈ പറയുന്ന പെൻ ട്രാൻസ്ലേറ്റ് അവാർഡ് സ്വന്തമാക്കി. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദ്യം വരാം, ഗീതാഞ്ജലി ശ്രീയുടെ ഏത് മൂവിയാണ് പെൻ ട്രാൻസ്ലേറ്റ് മൂവിയല്ലേ, ആ ഒരു നോവലാണ് പെൻ ട്രാൻസ്ലേറ്റ് അവാർഡ് 2025 സ്വന്തമാക്കി എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ എയിൽ തോംബോ സാൻഡ് തന്ന നമ്മുടെ മൈൻഡ് സ്വാഭാവികമായിട്ട് തോംബോ സാൻഡിൽ അവിടെ സ്റ്റക്ക് ആവും. കാരണം നമ്മൾ ഗീതാഞ്ജലി ശ്രീയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മെമ്മറിയിൽ മനസ്സിൽ അറ്റാച്ച് ചെയ്യപ്പെട്ട ഒരു പേരാണ് തോംബോ സാൻഡ്. അതിപ്പോൾ എന്ത് ചോദ്യം, ഗീതാഞ്ജലി ശ്രീയുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചാലും ഓപ്ഷനിൽ തോംബോ സാൻഡ് കൊടുത്താൽ നിങ്ങൾ ഒന്ന് ആലോചിക്കും അല്ലേ. കാരണം എന്താണ്, നമ്മുടെ മെമ്മറിയിൽ അതൊന്ന് ഫീഡായിട്ടുണ്ട്. അതൊന്ന് മാറി വരാൻ ഇച്ചിരി സമയം എടുക്കും, നമ്മളൊന്ന് മാറ്റി പഠിക്കണം. സോ പെൻ ട്രാൻസ്ലേറ്റ് അവാർഡ് 2025 തോംബോ സാൻഡിനല്ല ലഭിച്ചത്. വൺസ് എലിഫന്റ് ലിവ്ഡ് ഹിയർ എന്ന് പറയുന്ന മൂവിക്ക്, വീണ്ടും ഞാൻ മൂവി എന്ന് തന്നെ പറഞ്ഞു, ആ ഒരു ഫിലിം അവാർഡൊക്കെ പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. ഓക്കെ, നാവിൽ അതാ വരുന്നത്. നോവലാണ്. ദ ബുക്ക് വാസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ഇംഗ്ലീഷ് ബൈ ഡെയ്സി റോക്ക്വെൽ. ആരാണ് ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്? ഡെയ്സി റോക്ക്വെൽ ആണ്. ഹു ഏർലിയർ ട്രാൻസ്ലേറ്റഡ് ശ്രീസ് തോംബോ സാൻഡ്, വിന്നർ ഓഫ് ദ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് 2025. 2022 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ഉണ്ടല്ലോ, ഡെയ്സി റോക്ക്വെല്ലുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ ഒരു ട്രാൻസ്ലേഷൻ വന്നത്, തോംബോ സാൻഡ്. ഓക്കെ, the Pen Translate Award is a prestigious honor conferred by English Pen, UK-based literary and human writer organization. It aims to support exceptional literary works from around the world by funding their translation into ഇംഗ്ലീഷ്. ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ഏത് വർക്ക് ആയിക്കോട്ടെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അവാർഡിലേക്ക് പരിഗണിക്കും. 2025 എഡിഷനിൽ 14 ബുക്സ് 13 ഭാഷകളിലായിട്ട് 11 ഗ്ലോബൽ റീജിയനിൽ നിന്നാണ് ട്രാൻസ്ലേറ്റ് അവാർഡിലേക്ക് പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. ISRO ചീഫ് ഡോക്ടർ വി നാരായണൻ ഓണർഡ് വിത്ത് GP ബിർള മെമ്മോറിയൽ അവാർഡ്. 2025 GP ബിർള മെമ്മോറിയൽ അവാർഡ് ആര് സ്വന്തമാക്കി? ISRO ചീഫായ ഡോക്ടർ വി നാരായണൻ സ്വന്തമാക്കിയിട്ടുണ്ട്. ഡോക്ടർ വി നാരായണൻ, ഹു കറന്റ് ലീഡ്സ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, ISROയുടെ നിലവിലെ തലവനാണല്ലേ, ആൻഡ് സെർവ് ആസ് സെക്രട്ടറി ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ്, ഹാസ് ബീൻ ഹോണേർഡ് വിത്ത് GP ബിർള മെമ്മോറിയൽ അവാർഡ് 2025. 2025 GP ബിർള മെമ്മോറിയൽ അവാർഡ് ആര് സ്വന്തമാക്കി? ഡോക്ടർ വി നാരായണൻ സ്വന്തമാക്കിയിട്ടുണ്ട്. ദ റെക്കഗ്നിഷൻ സെലിബ്രേറ്റ്സ് ഹിസ് റോൾ ഇൻ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ സ്പേസ് capabilities ആൻഡ് പുഷിംഗ് ദ ബൗണ്ടറീസ് ഓഫ് അഡ്വാൻസ്ഡ് പ്രൊപ്പൽഷൻ ടെക്നോളജി. തീർച്ചയായിട്ടും നമ്മുടെ ISROയുമായിട്ട് ബന്ധപ്പെട്ട മികച്ച സേവനങ്ങൾക്കാണ് അവാർഡ് നൽകിയത്. സോ നിർമ്മല ബിർളയാണ് ഈ ഒരു അവാർഡ് ആയിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റിയുടെ ചെയർപേഴ്സണൊക്കെ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഡയറക്ടർ ഓഫ് ദ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻറ്റർ LPSSCയുടെ ഡയറക്ടറൊക്കെ ആയിട്ട് ആരുണ്ടായിരുന്നു? വി നാരായണൻ ഉണ്ടായിരുന്നു. അതും പഠിച്ചു വയ്ക്കാം. കലിംഗ രത്ന 2024 സെലിബ്രേറ്റ്സ് ധർമ്മേന്ദ്ര പ്രധാൻസ് കൾച്ചറൽ കോൺട്രിബ്യൂഷൻ. ധർമ്മേന്ദ്ര പ്രധാൻ എന്താണ് റീസെൻ്റ് ആയിട്ട് കലിംഗ രത്ന അവാർഡ് 2025 ഒഡീഷയിലെ കട്ടക്കിൽ വെച്ചിട്ടാണ് ഈ ഒരു അവാർഡ് നമ്മുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു ധർമ്മേന്ദ്ര പ്രധാന് നൽകിയത്. സോ ഇതുപോലുള്ള ചോദ്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് വരും അല്ലേ. സോ President Draupadi Murmu conferred Kalinga Ratna Award 2024 upon Union Education Minister Dharmendra Pradhan during ceremony in Cuttack, Odisha. നമ്മുടെ യൂണിയൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഉള്ള ധർമ്മേന്ദ്ര പ്രധാനാണ്. രണ്ട് കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് പഠിക്കാം. ഒന്ന്, യൂണിയൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആരാണ്? ധർമ്മേന്ദ്ര പ്രധാനാണ്. രണ്ട്,
ഈ ഒരു അവാർഡ് ലഭിച്ച വ്യക്തി ആരാണ്? ധർമ്മേന്ദ്ര പ്രധാനാണ്. 3 ഈ ഒരു അവാർഡ് നൽകിയത് ആരാണ്? ദ്രൗപദി മുർമുവാണ്. 4 ഈ ഒരു അവാർഡ് എവിടെ വെച്ച് നൽകി? കട്ടക്കിലാണ്, ഒഡീഷയിലെ കട്ടക്കിൽ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു അവാർഡ് കലിംഗരത്ന അവാർഡ് ചുമ്മാ നൽകുന്ന അവാർഡല്ല. ഈ ഒരു അവാർഡ് ആദികവി സരളാദാസിന്റെ ഓർമ്മയ്ക്കായിട്ടാണ്. ഇപ്പം 600ാമത്തെ ആനിവേഴ്സറി ആണ്. ഒഡീഷ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് ആദികവി സരളാദാസ്. അവാർഡ് ഇവന്റ് മാർക്ക് 600th birth anniversary of ആദികവി സരളാദാസ്, ഒഡീഷാസ് ലിറ്റററി പൈനിയർ. ദ ഫംഗ്ഷൻ വാസ് ഓർഗനൈസ്ഡ് ബൈ സരള സാഹിത്യ സൻസദ്, എ പ്രോമിനന്റ് ലിറ്റററി ബോഡി ദാറ്റ് സെലിബ്രേറ്റ്സ് ഒഡീഷാസ് കൾച്ചറൽ ഹെറിറ്റേജ്. സോ ഈ പറയുന്ന സരള സാഹിത്യ സൻസദാണ് ഈ ഒരു അവാർഡൊക്കെ ഓർഗനൈസ് ചെയ്യുന്നത്. ദിസ് ഇയേഴ്സ് അവാർഡി ധർമ്മേന്ദ്ര പ്രധാൻ വാസ് റെക്കഗ്നൈസ്ഡ് ഫോർ ഷാമ്പനിങ് എഡ്യൂക്കേഷൻ റിഫോംസ്, പ്രൊമോട്ടിംഗ് വെർണാക്കുലർ ലാംഗ്വേജ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് കീ ഫീച്ചേഴ്സ് NEP 2020. 2020 ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ ആ ഒരു കാര്യം, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, അതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടറിൽ ഈ പറഞ്ഞ ധർമ്മേന്ദ്ര പ്രധാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ആദരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്. സോ ഇവിടെയുള്ള കാര്യങ്ങൾ ഓർത്തു വെച്ചാൽ മതി. ആദികവി സരളാദാസിന്റെ 600ാമത്തെ ബർത്ത് ആനിവേഴ്സറിയുമായിട്ട് ബന്ധപ്പെട്ടാണ് 2024 കലിംഗരത്ന അവാർഡ് 2025 നൽകിയത്. ആര് നൽകിയെന്ന് ചോദിക്കാനുള്ള സാധ്യത. എന്നിട്ട് ഓപ്ഷനിൽ ഡിഫറെൻറ്റ് മിനിസ്റ്റേഴ്സിന്റെ പേര് തരും, അതുപോലെ പ്രസിഡന്റിന്റെ പേരൊക്കെ തരും. സോ അതിലെന്താണ് കറക്റ്റ് എന്താണോ അത് ചൂസ് ചെയ്യണം. ഇനി എല്ലാത്തിനും കൊണ്ടുപോയിട്ട് പ്രസിഡന്റിന്റെ പേര് അപ്ലൈ ചെയ്യരുത്, മാറ്റമൊക്കെ വരും. ഉറപ്പായിട്ട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ബലൻഡിയോർ പുരസ്കാരം. 2025 69ാമത്തെ ബലൻഡിയോർ പുരസ്കാരമായിരുന്നു. ബലൻഡിയോർ എന്ന് പറയുമ്പോൾ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹയസ്റ്റ് റെക്കഗ്നിഷൻ കൂടിയാണ് ബലൻഡിയോർ. ഐക്കോണിക് 69th ബലൻഡിയോർ സെറിമണി വാസ് held at Paris, recognized the world's top football talent for 2024-25 season. ഉസ്മാനെ ഡെംബലെ വോൺ മെൻസ് ബലൻഡിയോർ. ആരാണ് മെൻസ് പുരുഷന്മാരുടെ ബലൻഡിയോർ പുരസ്കാരം സ്വന്തമാക്കിയത്? ഉസ്മാനെ ഡെംബലെ ആണ് അല്ലേ. വൽ ഐഥാന ബോനമതി ക്ലെയിംഡ് ഹർ തേർഡ് കോൺസിക്യൂട്ടീവ് വുമൻസ് ബലൻഡിയോർ ഹോണർ. സോ ഉസ്മാനെ ഡെംബലെ എന്താണ് പുരുഷന്മാരുടെ കാറ്റഗറിയുമായിട്ട് ബന്ധപ്പെട്ട് ബലൻഡിയോർ പുരസ്കാരം സ്വന്തമാക്കിയെങ്കിൽ ഐഥാന ബോനമതി അവരുടെ തുടർച്ചയായിട്ട് 3ാമത്തെ ബലൻഡിയോർ പുരസ്കാരം കൂടിയാണ്. സ്ത്രീകളുടെ കാറ്റഗറിയുമായിട്ട് ബന്ധപ്പെട്ടാണ് സ്വന്തമാക്കുന്നതെങ്കിലും തുടർച്ചയായിട്ട് അവരുടെ 3ാമത്തെ, മറ്റൊരു വനിതയും എന്താണ് ഇത്തരത്തിൽ തുടർച്ചയായിട്ട് 3ാമത് സ്വന്തമാക്കിയിട്ടില്ല. ഐഥാന ബോനമതി ബിക്കേം ഫസ്റ്റ് ഫീമെയിൽ പെയർ ടു വിൻ 3 കോൺസിക്യൂട്ടീവ് വുമൻസ് ബലൻഡിയോർ പുരസ്കാരം അല്ലെ അവാർഡ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ തുടർച്ചയായിട്ട് 3 ബലൻഡിയോർ അവാർഡ് സ്വന്തമാക്കുന്ന ആദ്യത്തെ വനിത കൂടിയായിട്ട്. ഈ അവാർഡ് ആക്ച്വലി ബലൻഡിയോർ അവാർഡല്ല, സ്ത്രീകളുടെ ബലൻഡിയോർ അവാർഡ് വന്നിട്ടും ഏതാണ്ട് ഒരു 5-6 വർഷമായിട്ടുള്ള അതിൽ 3 എണ്ണമാർ സ്വന്തമാക്കി ഐഥാന ബോനമതി കോൺസിക്യൂട്ടീവായിട്ട് സ്വന്തമാക്കി. ഐഥാന ബോനമതി എന്താണ് റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു രാജ്യമൊക്കെ നോർത്ത് വെസ്റ്റ് റെപ്രസെന്റിംഗ് ബാർസലോണ ഉണ്ട്. സ്പെയിൻ ക്ലബ്ബ് ബാർസലോണയും രാജ്യം സ്പെയിനുമാണ്. ഷീ കണ്ടിന്യൂസ് ടു സെറ്റ് സ്റ്റാൻഡേർഡ് ഫോർ എക്സലൻസ് ഇൻ വുമൻസ് ഫുട്ബോൾ. ദ ബലൻഡിയോർ എന്ന് പറയുമ്പോൾ എന്താണ് ഫുട്ബോളിൽ ഒരു ഇൻഡിവിജ്വൽ ലഭിക്കാവുന്ന ഹയസ്റ്റ് റെക്കഗ്നിഷൻ ആണ്. ഫ്രാൻസ് ഫുട്ബോൾ 1956 ഓൺവാർഡ് നൽകുന്ന അവാർഡാണ്. ഇറ്റ് ഹോണേഴ്സ് the best football players worldwide based on the performance during the previous season. The Ballon d'Or was first awarded in 1956 and was initially restricted to European players. 1956 ഈ അവാർഡ് ആദ്യമായിട്ട് വന്നത്. ഇനീഷ്യലി ചിലപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ തന്നിട്ട് എന്തൊക്കെ ശരി തെറ്റെന്നൊക്കെ ചോദിക്കാം. 1956 ആദ്യമായിട്ട് ബലൻ ഡിയോർ, അന്ന് യൂറോപ്യൻ പ്ലേയേഴ്സിന് മാത്രം നൽകുന്ന ഒരു അവാർഡായിട്ടായിരുന്നു വന്നത്. ലയണൽ മെസ്സി ഹോൾഡ്സ് എ റെക്കോർഡ് ഫോർ ദ മോസ്റ്റ് ബലൻ ഡിയോർസ് ടൈറ്റിൽസ് ഹാവിംഗ് വോൺ 8 times. 8 തവണ ബലൻ ഡിയോർ സ്വന്തമാക്കിയ ലയണൽ മെസ്സിയാണ് ഏറ്റവും കൂടുതൽ ബലൻ ഡിയോർ സ്വന്തമാക്കിയ താരം. ഇനി സെക്കൻഡ് വരുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ 5 തവണ എന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ബലൻ ഡിയോർ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ മെൻ വുമൺ കാറ്റഗറി തന്നെ ചോദിക്കണം ഒരു നിർബന്ധവും. ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട്. മെൻസ് ബലൻ ഡിയോർ ഉസ്മാനെ ഡെംബലെ, പാരീസ് സെയിന്റ് ജർമ്മൈൻ, അതായത് PSG ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ ക്ലബ്ബ് ഫുട്ബോൾ വരുന്നത്. ഫ്രാൻസ് ആണ് അദ്ദേഹത്തിൻ്റെ രാജ്യം. വുമൺസ് നമ്മൾ പറഞ്ഞു ഐഥാന ബോനമതി ബാർസലോണ ക്ലബ്ബ് സ്പെയിൻ രാജ്യം. തേർഡ് കോൺസിക്യൂട്ടീവ് വിന്ന് കൂടെ പറഞ്ഞു. മെൻസ് കോപ്പ ട്രോഫി ബെസ്റ്റ് യങ് പ്ലെയർ ലമൈൻ യാമലാണ്, ബാർസലോണയാണ് ക്ലബ്ബ്, സ്പെയിനാണ് രാജ്യം. വുമൺസ് കോപ്പ ട്രോഫി വിക്കി ലോബ്സ് ആണ്, ബാർസലോണ ക്ലബ്ബ്, സ്പെയിൻ രാജ്യം. മെൻസ് യാഷൻ ട്രോഫി ബെസ്റ്റ് ഗോൾ കീപ്പർക്കാണ് ഗ്യാൻ ലൂയിഗി ഡൊന്നറുമ, ഇറ്റലിയാണ് രാജ്യം. വുമൻസ് യാഷൻ ട്രോഫി ഹന്ന ഹാംപ്ടൺ ആണ്, ഇംഗ്ലണ്ടുകാരാണ്. മെൻസ് ഗർഡ് മുള്ളർ ട്രോഫി ടോപ്പ് സ്കോറർക്കാണ് വിക്ടർ ഗ്യോക്കേഴ്സ് ആണ്, സ്വീഡൻ്റെ താരാണ്. വുമൻസ് ഗർഡ് മുള്ളർ ട്രോഫി ഇവ പൈച്ചോറ പോളണ്ട്, അതുപോലെ ക്ലബ്ബ് ബാർസലോണയാണ്. മെൻസ് ക്ലബ്ബ് ഓഫ് ദി ഇയർ ചോദിച്ചാൽ PSG ആണ്. വുമൻസ് ക്ലബ്ബ് ഓഫ് ദി ഇയർ ചോദിച്ചാൽ അർസനലാണ്. മെൻസ് കോച്ച് ഓഫ് ദി ഇയർ ചോദിച്ചാൽ ലൂയിസ് എൻറിക്കാണ്, PSG ആണ്. വുമൻസ് കോച്ച് ഓഫ് ദി ഇയർ ഇംഗ്ലണ്ടിന് കോച്ചായുള്ള സറീന വിഗ്മാൻ ആണ്. അതുപോലെ തന്നെ സോക്രട്ടീസ് അവാർഡ് ജാന ഫൗണ്ടേഷൻ ഹ്യൂമാനിറ്ററിയൻ എഫേർട്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ അവാർഡ് നൽകിയത്. ദീപിക ഷറാവത്ത് വിൻസ് പ്രസ്റ്റീജിയസ് പോളിഗ്രാഫ് മാജിക് സ്കിൽ അവാർഡ്. ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ട് നൽകുന്നതിൽ വളരെ പ്രധാനപ്പെട്ട അവാർഡാണ് പോളിഗ്രാഫ് മാജിക് സ്കിൽ അവാർഡ്.
ഈ ഒരു അവാർഡ് സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ ഹോക്കി താരമായിട്ട് നമുക്ക് ആരെ പറയാം? ദീപിക ഷെറാവത്തിനെ പറയാം അല്ലേ. ദീപിക ഷെറാവത്ത് ഹാസ് ഏൺഡ് ദ പൊളിഗ്രാസ് മാജിക് സ്കിൽ അവാർഡ്, ബിക്കമിങ് ദ ഫസ്റ്റ് ഇന്ത്യൻ അത്ലറ്റ് അക്രോസ് ബോത്ത് ജെൻഡേഴ്സ്, മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ, ഈ പറയുന്ന പോളിഗ്രാസ് മാജിക് സ്കിൽ അവാർഡ് സ്വന്തമാക്കിയ ആദ്യത്തെ ഫീമെയിൽ താരമായിട്ട് ദീപിക ഷെറാവത്ത് മാറിയിട്ടുണ്ട്. ദ അവാർഡ് ഈസ് പ്രസന്റഡ് ബൈ ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ ഫോർ ദ സീസൺസ് മോസ്റ്റ് ഇന്നോവേറ്റീവ് ആൻഡ് ടെക്നിക്കൽ മൊമെന്റ്. ദീപിക ഹു കംസ് ഫ്രം ഹിസാർ ഇൻ ഹരിയാന, ഹരിയാനയിലെ ഹിസാർ ഡിസ്ട്രിക്റ്റ് ആണ് ദീപിക വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു സംസ്ഥാനക്കാരിയാണ്. ഫസ്റ്റ് ഡ്യൂ നാഷണൽ അറ്റൻഷൻ ഡ്യൂറിങ് 2018 സബ് ജൂനിയർ നാഷണൽസ് വെർ ഷീ സ്കോർഡ് 16 goals and was awarded best players. Her early promise was followed by appearance in youth Olympic qualifiers and strong showing in 2021 Junior Women's World Cup and Junior Asia Cup where India won gold. അതിലൊക്കെ പങ്കെടുത്ത വ്യക്തി കൂടിയാണ്. നെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നമുക്ക് മലയാളികൾക്കൊക്കെ അറിയാം, ഞാൻ പ്രത്യേകിച്ച് പഠിപ്പിക്കാതെ തന്നെ നിങ്ങൾക്കറിയാം. മോഹൻലാൽ ഹോണേഡ് വിത്ത് 2023 ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ്. സിനിമ മൂവിയുമായിട്ട് ബന്ധപ്പെട്ട് നൽകുന്ന ഹയസ്റ്റ് റെക്കഗ്നിഷനാണ് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് അല്ലേ. 2020 ആരാണ് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് സ്വന്തമാക്കിയെന്ന് ചോദിച്ചാൽ നമ്മുടെ മലയാളികൾ നിസ്സംശയം പറയും ആരാണ്? മോഹൻലാലാണ്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട മോഹൻലാലാണ്. പ്രസിഡന്റ് ദ്രൗപദി മുർമു കൺഫേർഡ് അപ്പോൺ 71st നാഷണൽ ഫിലിം അവാർഡ് ഫോർ ദ ഇയർ 2023 in various categories in New Delhi. Legendary actor, director and producer Mohanlal was honored with the prestigious Dada Saheb Phalke Award, the highest recognition in the field of cinema for his iconic contribution to Indian cinema. ഇന്ത്യൻ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിന് എന്താണ് ഐക്കോണിക് കോൺട്രിബ്യൂഷൻ ആണ് ഈ അവാർഡ് നൽകിയത്. ഇതിനു മുൻപ് മോഹൻലാലിന് പ്രധാനപ്പെട്ട അവാർഡുകൾ ചോദിച്ചാൽ 2001 പത്മശ്രീ നൽകിയിട്ട് നമ്മുടെ രാജ്യം ആദരിച്ചു. 2019 പത്മഭൂഷൺ നൽകി നമ്മുടെ രാജ്യം ആദരിച്ചു. അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. 2009 നമ്മുടെ ഇന്ത്യൻ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ലഫ്റ്റനന്റ് കേണൽ, ടെറിട്ടോറിയൽ ആർമിയുടെ ലഫ്റ്റനന്റ് കേണൽ റാങ്കിങ് ലഭിക്കുന്ന ആദ്യത്തെ താരം കൂടിയായിരുന്നു മോഹൻലാൽ. അതുകൂടെ പഠിച്ചു വയ്ക്കാം. എമ്മി അവാർഡ് 2025, നമ്മൾ ഗോൾഡൻ ഗ്ലോബ്, ഓസ്കാർ, ഡിഫറെൻറ്റ് അവാർഡ് പറയാറുണ്ടല്ലേ. എപ്പോഴും ബാഫ്ത അവാർഡ്, ഗോൾഡൻ ഗ്ലോബ്, എമ്മി, ഓസ്കാർ എല്ലാം പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാറുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ പറഞ്ഞ എമ്മി അവാർഡാണ്. 2025 എമ്മി അവാർഡ് 77th പ്രൈം ടൈം എമ്മി അവാർഡാണ്. 2025 സെപ്റ്റംബർ മാസത്തിൽ പ്രഖ്യാപിച്ചു. were held at the Peacock Theatre in Los Angeles. The ceremony honored best television production artist and creativity of the 2024-25 season. Actually, Emmy Awards television series ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് നൽകുന്നത്. The Emmy Award are the most prestigious honor അമേരിക്കൻ ടെലിവിഷൻ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡ് കൂടിയാണ്. ഡ്യൂറിംഗ് ദ സെറിമണി എമ്മി അവാർഡ് വെയർ പ്രസന്റഡ് ഇൻ 26 കാറ്റഗറി, ഡിഫറെൻറ്റ് 26 കാറ്റഗറിയിലായിട്ടാണ് എമ്മി അവാർഡ് നൽകുന്നത്. ഇത്തവണ ഡ്രാമ സീരീസ് സവറൻസ് എന്ന് പറയുന്ന ഡ്രാമ സീരീസാണ് ലഭിച്ചത്. കോമഡി സീരീസ് ദ സ്റ്റുഡിയോ എന്ന് പറയുന്ന സീരീസാണ്. ലിമിറ്റഡ് എഡിഷൻ അഡോളസൻസ്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, അഡോളസൻസ് കണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ ചെറിയൊരു കുട്ടിയാണ് അഭിനയിച്ചിരിക്കുന്നത്, മികച്ച അഭിനയം തന്നെയാണ്. ടെലിവിഷൻ മൂവി ബിഡിജർ ജോൺസൺ, മാഡ് അബൌട്ട് ദ ബോയ്. അതുപോലെ ടോക്ക് സീരീസ് ലാസ്റ്റ് വീക്ക് ടു നൈറ്റ് വിത്ത് ജോൺ ഒലിവർ ആണ്. റിയാലിറ്റി കോമ്പറ്റീഷൻ പ്രോഗ്രാം ചോദിച്ചത് ദ ട്രൈറ്റേഴ്സ് ആണ്. സ്ക്രിപ്റ്റഡ് വെറൈറ്റി സീരീസ് ദ ലാസ്റ്റ് വീക്ക് ടു നൈറ്റ് വിത്ത് ജോൺ ഒലിവർ ആയിരുന്നു. അതുകൂടെ പഠിച്ചു വയ്ക്കാം. മുഹമ്മദ് സാല മെയ് ഹിസ്റ്ററി വിത്ത് 3rd PFA പ്ലെയർ ഓഫ് ദ ഇയർ അവാർഡ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. ലിവർപൂൾ ഫോർവേഡ് മുഹമ്മദ് സാല വാസ് നെയ്മഡ് ദ പ്രൊഫഷണൽ ഫുട്ബോളേഴ്സ് അസോസിയേഷൻ പ്ലെയർ ഓഫ് ദ ഇയർ. 2025 PFA പ്രൊഫഷണൽ ഫുട്ബോളേഴ്സ് അസോസിയേഷൻ ഓഫ് ദി ഇയർ അവാർഡ് ഉണ്ടല്ലോ, അത് ഈജിപ്ഷ്യൻ താരമായിട്ടുള്ള മുഹമ്മദ് സാല സ്വന്തമാക്കി. ഈ ഒരു അവാർഡ്, ഈ ഒരു റെക്കഗ്നീഷൻ സ്വന്തമാക്കുന്ന ആദ്യത്തെ ഈജിപ്ഷ്യൻ താരം കൂടിയാണ് മുഹമ്മദ് സാല. Salah first win PFA award in 2018 after his first season at Liverpool and again in 2022. ഈ ഒരു അവാർഡ് ഇദ്ദേഹം ആദ്യം സ്വന്തമാക്കുന്നത് 2018 The 33-year-old had already clinched a Premier League Player of the Season award for Golden Boot for the most goals scored and Playmaker award for the most assist, making him the first player win all 3 awards same season. ഈ ഒരൊറ്റ സീസണിൽ ഈ പറയുന്ന 3 അവാർഡ്, പ്രീമിയർ ലീഗ് പ്ലെയർ ഓഫ് ദ സീസൺ അവാർഡ്, ഗോൾഡൻ ബൂട്ട് അവാർഡ്, പ്ലേ മേക്കർ അവാർഡ് സ്വന്തമാക്കുന്ന ആദ്യ താരം കൂടിയാണ്. മുഹമ്മദ് സാല ഹാസ് ബീൻ വോട്ടഡ് ഫുട്ബോൾ റൈറ്റേഴ്സ് അസോസിയേഷൻ മെൻസ് പ്ലെയർ ഓഫ് ദി ഇയർ ഫോർ 3rd ടൈം. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്, അലീഷ്യ റൂസോയുടെ കൂടെ പേരെന്നോർത്ത് വെച്ചാൽ മതി. മൻമോഹൻ സിംഗ് പോസ്റ്റ്ഹുമസ്ലി ഹോണേഡ് വിത്ത് PV നരസിംഹറാവു അവാർഡ് ഫോർ എക്കണോമിക്സ്. PV നരസിംഹറാവു, മൻമോഹൻ സിംഗ്, ആ 2 പേരുകൾ നമുക്ക് 1991 ന്യൂ എക്കണോമിക് പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട മറക്കാൻ വേണ്ടി പറ്റാത്ത 2 പേരുകളാണ് അല്ലേ. സോ ആ മൻമോഹൻ സിംഗിന് അന്നത്തെ
ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്ന മൻമോഹൻ സിംഗിന് അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന PV നരസിംഹറാവുവിൻ്റെ പേരിൽ ഒരു അവാർഡ് കൊണ്ടുവന്ന സമയത്ത് ആ ഒരു അവാർഡ് എന്താണ് നൽകി മരണാനന്തര ബഹുമതിയായിട്ട് ആദരിച്ചിട്ടുണ്ട്. ഫോമർ പ്രൈം മിനിസ്റ്റർ ആൻഡ് എക്കണോമിസ്റ്റ് ഡോക്ടർ മൻമോഹൻ സിംഗ് വാസ് പോസ്റ്റ്യൂമസ്ലി അവാർഡഡ് PV നരസിംഹറാവു മെമ്മോറിയൽ അവാർഡ് ഫോർ എക്കണോമിക്സ്. The award honored his pivotal role in India's economic transformation and national building in 1991. 1991 ന്യൂ എക്കണോമിക് പോളിസിക്ക് കാരണമായുള്ള വ്യക്തി കൂടിയാണല്ലേ. ഈ ഒരു അവാർഡ് നൽകിയത് മണ്ടേക് സിംഗ് അലുവാലി ആയിരുന്നു, ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് ദ പ്ലാനിംഗ് കമ്മീഷൻ. അതായത് അവസാനത്തെ പ്ലാനിംഗ് കമ്മീഷൻ്റെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ കൂടിയാണ്. മൻമോഹൻ സിംഗ് പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആയ സമയത്ത് അവിടെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ആയിട്ടുണ്ടായിരുന്ന വ്യക്തി കൂടിയാണ് മണ്ടേക് സിംഗ് അലുവാല. PV നരസിംഹറാവു മെമ്മോറിയൽ ഫൗണ്ടേഷനാണ് ഈ അവാർഡ് കൊണ്ടുവന്നത്. വജ്ര ചന്ദ്രശേഖർ അവൻസ് 2025 ലേ ഗുയിൻ പ്രൈസ് ഫിക്ഷൻ പ്രൈസ്. 2025 ലേ ഗുയിൻ ഫിക്ഷൻ പ്രൈസ് ആര് സ്വന്തമാക്കി? വജ്ര ചന്ദ്രശേഖർ സ്വന്തമാക്കി അല്ലേ. ഇത് ശ്രീലങ്കൻ ഓതർ. ഏത് രാഷ്ട്രീയക്കാരാണ്? ശ്രീലങ്കക്കാരിയാണ് വജ്ര ചന്ദ്രശേഖർ. 2025 ഉർസൂല കെ ലൂ ഗുയിൻ പ്രൈസ് ഫോർ ഫിക്ഷൻ വർത്ത് $25,000. ഇന്ത്യൻ മണി നോക്കി 22 ലക്ഷത്തോളം രൂപ വരും. സോ റേക്സ് ഫോൾ എന്ന് പറയുന്ന നോവലിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്. ആ ഒരു നോവൽ ഏതാണെന്ന് വെച്ചാൽ ലെക്സ് ഫോൾ ആണ്. 2022 ഈ ഒരു അവാർഡും കാര്യങ്ങളൊക്കെ എന്താണ് ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. വജ്ര ചന്ദ്രശേഖർ ഏത് രാഷ്ട്രീയക്കാരിയാണ്? ശ്രീലങ്കക്കാരിയാണ്. ആ ഒരു പുസ്തകം ഏതാണ്? റേക്സ് ഫോൾ ആണ്. ട്രംപ് റിസീവ് സൗത്ത് കൊറിയാസ് ടോപ്പ് ഹോണർ ആൻഡ് ഗോൾഡൻ ക്രൗൺ. അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് റീസെൻ്റ് ആയിട്ട് സൗത്ത് കൊറിയയുടെ ടോപ്പ് ഹോണറായിട്ടുള്ള ഗോൾഡൻ ക്രൗണും കാര്യങ്ങളൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ട്. ടോപ്പ് ഹോണർ വേറെയുണ്ട്, കൂടാതെ ഗോൾഡൻ ക്രൗണും ഉണ്ട്. അവരുടെ സൗത്ത് കൊറിയയുടെ ടോപ്പ് ഹോണറാണ് ഗ്രാൻഡ് ഓർഡർ ഓഫ് മുങ്ഹുവ. ഓക്കെ, എന്താണ് ഗ്രാൻഡ് ഓർഡർ ഓഫ് ദ മുങ്ഹുവ എന്നതാണ് അവരുടെ ടോപ്പ് ഹോണർ വരുന്നത്, അല്ലെങ്കിൽ ഹയസ്റ്റ് റെക്കഗ്നീഷൻ എന്നൊക്കെ പറയാം. ഒരു ഫോറിൻ സിറ്റിസൺ നൽകാൻ വേണ്ടി പറ്റുന്ന അവരുടെ ഹയസ്റ്റ് ഹോണറാണ്. സൗത്ത് കൊറിയൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് with a replica of gold crown and award him with the country's highest decoration. എന്താണ്? ഗ്രാൻഡ് ഓർഡർ ഓഫ് മുങ്ഹുവയാണ്. സൗത്ത് കൊറിയയുടെ അന്നത്തെ പ്രസിഡന്റ് ലീ ജെ മിങ് ആയിരുന്നു. അതൊക്കെ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വയ്ക്കുക. അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളാണ് പൊതുവെ ചോദിക്കാറുള്ളത്. ഇതുപോലുള്ള ഫാക്ട്സ്. സുനിൽ അമൃത് വിൻസ് ബ്രിട്ടീഷ് അക്കാഡമി പ്രൈസ് ഫോർ ദ ബേണിംഗ് എർത്ത്. എന്താണ് കാര്യം? 2025 ബ്രിട്ടീഷ് അക്കാഡമി പ്രൈസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് ലഭിച്ചിരിക്കുന്നത് സുനിൽ അമൃത് എന്ന് പറയുന്ന സാഹിത്യകാരനാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമായിട്ടുള്ള ദ ബേണിംഗ് എർത്ത് എന്ന് പറയുന്ന പുസ്തകത്തിനാണ് ഈ ഒരു അവാർഡ്. ഈ ഒരു ഫിഗറിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ദ ബേണിംഗ് എർത്ത് ആൻഡ് എൻവയോൺമെൻറ്റൽ ഹിസ്റ്ററി ഓഫ് ദ ലാസ്റ്റ് 500 years, കഴിഞ്ഞ 500 വർഷങ്ങളായിട്ടുള്ള ആ ഒരു എൻവയോൺമെൻറ്റൽ ഹിസ്റ്ററിയാണ് ദ ബേണിംഗ് എർത്ത് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ പറയുന്നല്ലേ. റെനോൺഡ് ഇന്ത്യൻ ഒറിജിൻ ഹിസ്റ്റോറിയൻ സുനിൽ അമൃത് ഹാസ് വോൺ ദ 2025 ബ്രിട്ടീഷ് അക്കാഡമി ബുക്ക് പ്രൈസ് ഫോർ ഹിസ് റിമാർക്കബിൾ വർക്ക് ദ ബേണിംഗ് എർത്ത് ആൻഡ് എൻവയോൺമെൻറ്റൽ ഹിസ്റ്ററി ഓഫ് ദ ലാസ്റ്റ് 500 years. കഴിഞ്ഞ 500 വർഷങ്ങളായിട്ടുള്ള എല്ലാ കഥകളും അല്ല, 500 വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടും കേട്ടും ഒക്കെ ശീലിച്ചുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. അതായത് പ്രകൃതിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് ഈ ഒരു പുസ്തകത്തിലൂടെ പറയുന്നത്. ദ അവാർഡ് വർത്ത് £25,000 is given annually to non-fiction book that offers deep insights into global history, culture and society. 25,000 ആണ് ഇതിൻ്റെ അവാർഡ് മണിയായിട്ട് നൽകപ്പെടുന്നത്. ഷെറി സിംഗ് വിൻസ് ഇന്ത്യസ് ഫസ്റ്റ് മിസ്സസ് യൂണിവേഴ്സ് ക്രൗൺ. നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ മിസ്സിസ് യൂണിവേഴ്സ് ആര് സ്വന്തമാക്കിയിട്ടുണ്ട്? ഷെറി സിംഗ് ആണ് അല്ലേ. ഓർത്തു വയ്ക്കണം, മിസ് യൂണിവേഴ്സ് അല്ല, മിസ്സിസ് യൂണിവേഴ്സ് ആണ്. ഇന്ത്യ ഹാസ് എച്ച്ഡ് ഇറ്റ്സ് നെയിം ഇൻ ഗ്ലോബൽ pageantry history as Sherry Singh. ആരാണ്? ഷെറി സിംഗ് ആണ് അല്ലേ. ഷെറി സിംഗ് വാസ് ക്രൗൺഡ് മിസ്സസ് യൂണിവേഴ്സ് 2025 ബെസ്റ്റ് പ്രസ്റ്റീജിയസ് ഫിനാലെ ഹെൽഡ് ഇൻ മനില, ഫിലിപ്പൈൻസിൽ മനിലയിൽ വെച്ച് നടന്ന ഫൈനലാണ് ഷെറി സിംഗ് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത്. ഇന്ത്യ ഏർലിയർ വോൺ മേജർ ഗ്ലോബൽ ടൈറ്റിൽ ലൈക്ക് മിസ് വേൾഡ് 2017. 2017 മിസ് വേൾഡ് നമ്മുടെ ഇന്ത്യ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അത് മാനുഷി ചില്ലാറായിരുന്നു. മിസ് യൂണിവേഴ്സ് 2021 നമ്മുടെ ഇന്ത്യ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അർണ സന്ധുവാണ് അന്ന് ആ നേട്ടം സ്വന്തമാക്കിയത്. ആദ്യമായിട്ടാണ് മിസ്സിസ് യൂണിവേഴ്സ് നമ്മുടെ ഇന്ത്യ സ്വന്തമാക്കുന്നത്. 2017 മിസ് വേൾഡ് പലതവണ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. മാനുഷി ചില്ലാറിനെ കുറിച്ച്. മിസ് യൂണിവേഴ്സ് 2021 ഹർണ സന്ധു, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. 2007 ഓൺവേർഡ്സ് ആണ് മിസ്സിസ് യൂണിവേഴ്സ് പെജന്റ് ആരംഭിച്ചത്. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരി ഒരു നേട്ടം സ്വന്തമാക്കുന്നത്. കാസിരംഗ ഡയറക്ടർ സൊനാലി ഘോഷ് വിൻസ് ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി അവാർഡ്. 2025 ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി അവാർഡ് ഉത്തരാഖണ്ഡിലെ ഉത്തരാഖണ്ഡിൽ അസമിലാണ്. കാസിരംഗ മനസ്, അതൊക്കെ അസമിലാണ്. ഉത്തരാഖണ്ഡെല്ലാം മാറിപ്പോയിട്ടുണ്ട്.
Sonali Ghosh, director of Kaziranga National Park and Tiger Reserve, has become first Indian to receive prestigious Kenton R. Miller Award for Innovation in Sustainable Protected Area Management. അതായത് ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി അവാർഡിനെയാണ് നമ്മൾ കെൻറ്റൺ ആർ മില്ലർ അവാർഡ് എന്ന പേരിൽ വിളിക്കുന്നത്. സോ 2025 കെൻറ്റൺ ആർ മില്ലർ അവാർഡ് അല്ലെങ്കിൽ ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി അവാർഡ് ആര് സ്വന്തമാക്കിയിട്ടുണ്ട്? കാസിരംഗയുടെ ഡയറക്ടറായുള്ള സൊനാലി ഘോഷ് സ്വന്തമാക്കിയിട്ടുണ്ട്. ദ ഹോണർ വാസ് കൺഫേർഡ് ബൈ ദ വേൾഡ് കമ്മീഷൻ ഓൺ പ്രൊട്ടക്റ്റഡ് ഏരിയസ് WCPA ആണ് ഈ അവാർഡ് നൽകുന്നത്. പാർട്ട് ഓഫ് ദ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ അറ്റ് സെറിമണി ഹെൽഡ് ഇൻ അബുദാബി ഓൺ October 10, 2025 ഒക്ടോബർ 10 അബുദാബിയിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് ഈ അവാർഡും കാര്യങ്ങളൊക്കെ നൽകപ്പെട്ടത്. ഇനി നമ്മളൊരു സീരീസ് ഓഫ് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. 2025 നൊബേൽ പ്രൈസ് കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് ചർച്ച ചെയ്തിട്ട് പോകും. ഇനി വേറെ സോഴ്സ് നിങ്ങൾ നോക്കണ്ട. ഇവിടുന്ന് എല്ലാ കാര്യങ്ങളും നൊബേൽ പ്രൈസ് ആർക്ക് ലഭിച്ചു, ഏതൊക്കെ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ലഭിച്ചു, ഏത് രാജ്യമാണ്, അതൊക്കെ നമ്മൾ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ നോക്കി. ഏത് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ആർക്കൊക്കെ അവരുടെ എന്ത് നേട്ടത്തിന് അവാർഡ് ലഭിച്ചു എന്ന് പഠിച്ചു വയ്ക്കാം. ദ നൊബേൽ Prize 2025 stand as one of the most prestigious honor in the world, awarded annually to individuals and organizations who have made exceptional contribution to the advancement of ഹ്യൂമാനിറ്റി. മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി, മനുഷ്യൻ്റെ നന്മ എന്ന് പറയുമ്പോൾ വിവിധ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പം മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട കണ്ടുപിടുത്തം, കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട കണ്ടുപിടുത്തം, ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട കണ്ടുപിടുത്തം, സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട സൃഷ്ടികൾ, ഇതൊക്കെ എന്താണ് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ പരീക്ഷയ്ക്ക് എന്താണ് നമുക്ക് ചോദിക്കാറുണ്ട് അല്ലേ. സോ ഈ ഓരോ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ലോകത്തെ ഏറ്റവും മികച്ച കുറച്ച് കണ്ടുപിടുത്തങ്ങൾക്കാണ് എല്ലാ വർഷവും ഇത്തരത്തിൽ നൊബേൽ പ്രൈസ് നൽകിയിട്ട് ആദരിക്കുന്നത്. ദീസ് പ്രൈസസ് ആർ പ്രസന്റഡ് ഇൻ 6 മേജർ ഫീൽഡ്. അത് ചോദിക്കാറുണ്ട്. നൊബേൽ പ്രൈസ് താഴെ പറഞ്ഞ ഏതൊക്കെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടാണ് നൽകപ്പെടാറുള്ളതെന്ന് ചോദിക്കാറുണ്ട്. മെഡിസിൻ അല്ലെങ്കിൽ ഫിസിയോളജി എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. 6 ഫീൽഡാണല്ലേ. അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. എത്ര ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട നൊബേൽ സമ്മാനം നൽകുന്നതെന്ന് ചോദിക്കാറുണ്ട്. മെഡിസിൻ ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ലിറ്ററേച്ചർ ഉണ്ട്, പീസ് ഉണ്ട്, അതുപോലെ തന്നെ എക്കണോമിക് സയൻസസ് ഉണ്ട്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങളില്ല? മാക്സിമം കാര്യങ്ങൾ, മാത്സ് ഇല്ല, മൂവി ഇല്ല, ആർട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല അല്ലേ. സോ ആർട്സുമായിട്ട് കണക്ട് ചെയ്തിട്ട് ലിറ്ററേച്ചർ വേണമെങ്കിൽ പറയാം. രണ്ടും രണ്ടാണ്. ആൻഡ് റെപ്രസെന്റ് ദ ഹയസ്റ്റ് റെക്കഗ്നീഷൻ ഓഫ് എക്സലൻസ്, ഇന്നോവേഷൻ ആൻഡ് സർവീസ് ടു സൊസൈറ്റി. സോ ഈ ഒരു 6 മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട മികച്ച പ്രകടനം ഓരോ വർഷത്തിലും കാഴ്ചവെക്കുന്ന വ്യക്തികൾക്കാണ് നൊബേൽ പ്രൈസ് നൽകാറുള്ളത്. 2025 ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട നൊബേൽ പ്രൈസ് ലഭിച്ച 3 പേരുണ്ട്. ആ 3 പേരും പഠിച്ചു വെക്കണം. ഒന്ന് ജോൺ ക്ലാർക്കാണ്, 2 മൈക്കൽ എച്ച് ഡവററ്റ് ആണ്, 3 ജോൺ എം മാർട്ടിനിസ് ആണ്. ഓക്കെ, സോ 3 പേരുണ്ട്. ജോൺ ക്ലാർക്ക്, മൈക്കൽ എച്ച് ഡവററ്റ്, ജോൺ എം മാർട്ടിനിസ്. ഫോർ ദ ഡിസ്കവറി ഓഫ് മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് ആൻഡ് എനർജി ക്വാണ്ടൈസേഷൻ ഇൻ ഇലക്ട്രിക് സർക്യൂട്ട്. സോ എന്താണ് അവരുടെ ഡിസ്കവറി അല്ലെ അവരുടെ കണ്ടുപിടുത്തം എന്താണെന്ന രീതിയിൽ അതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മെയിൻ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഇവിടെ ജസ്റ്റ് എന്താണ് അവരുടെ കണ്ടുപിടുത്തം എന്ന് മാത്രം നമ്മൾ ഓടിച്ചു പോകത്തേ ഉള്ളൂ. ഫോർ ദ ഡിസ്കവറി ഓഫ് മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് ആൻഡ് എനർജി ക്വാണ്ടൈസിംഗ് ഇൻ ഇലക്ട്രിക് സർക്യൂട്ട്. നെക്സ്റ്റ് എന്താണ് നൊബേൽ പ്രൈസ് ഇൻ കെമിസ്ട്രി. അവിടെ 3 പേരാണ് ഷെയർ ചെയ്തത്. ഒന്ന് സുസുമു കിതാഗുവയാണ്. ഓക്കെ, സുസുമു കിതാഗുവയാണ്. റിച്ചാർഡ് റോബ്സൺ ആണ്. എം യാഗിയാണ്. ഓക്കെ, സുസുമു കിതാഗുവയും റിച്ചാർഡ് റോബ്സണും അതുപോലെ എം യാഗിയുമാണ്. ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കിന്റെ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവർക്ക് ഈ ഒരു അവാർഡ് ലഭിച്ചത്. ഇനി നൊബേൽ പ്രൈസ് ഇൻ ഫിസിയോളജി അല്ല മെഡിസിൻ 2025 ഫിസിയോളജി അല്ല മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട ആർക്കൊക്കെ അവാർഡുകൾ ലഭിച്ചു എന്ന് ചോദിച്ചാൽ മേരി ഇ ബ്രൺകോ ഉണ്ട്. ഓക്കെ, മേരി ഇ ബ്രൺകോ ഉണ്ട്. അതുപോലെ ഫ്രെഡ് റാംസഡൽ ഉണ്ട്. ഓക്കെ, മേരി ഇ ബ്രൺകോ, ഫ്രെഡ് റാംസഡൽ, ഷിമൺ സഖാഗുച്ചി. എന്താണ് സഖാഗുച്ചി? ഷിമൺ സഖാഗുച്ചി. 3 പേരാണ്. മേരി ഇ ബ്രൺകോ, ഫ്രെഡ് റാംസഡൽ, ഷിമോൺ സഖാഗുച്ചി. ഫോർ ദ ഡിസ്കവറീസ് കൺസേണിങ് പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ്. ഓക്കെ, ആ ഒരു മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കണ്ടുപിടുത്തം അതാണ്. എന്താണ് ഡയറക്റ്റ് ഈ ഒരു കാര്യമാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ അവരുടെ എന്ത് കണ്ടുപിടുത്തം എന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ കാണാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ 2025 ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട നൊബേൽ പ്രൈസ് ലസ്ലോ ക്രസ്ന ഹൗർക്കയാണ്. ആരാണ്? ലസ്ലോ ക്രസ്ന ഹൗർക്കയാണ്. ഫോർ ഹിസ് കമ്പലിംഗ് ആൻഡ് വിഷണറി overview that in the midst of apocalyptic terror reaffirms the power of
ആർട്ട്, ആ ഒരു അപ്പോകാലിപ്റ്റിക് ടെററൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇനി ഭാവിയിൽ എന്തായേക്കാം ആ ഒരു ക്യൂരിയോസിറ്റിയൊക്കെയാണ് പുസ്തകത്തിൽ പറയുന്നത്. ഹിസ് വർക്ക് എക്സ്പ്ലോർസ് അപ്പോകാലിപ്റ്റിക് വിഷൻസ്, ഹ്യൂമൻ ഡെല്യൂഷൻസ്, മോർ കൊളാപ്സ് ആൻഡ് ഇന്റർപ്ലേ ഓഫ് ഡെസ്പിയർ ആൻഡ് ബ്യൂട്ടി. അതാണ് ആ ഒരു മൂവി അല്ല, ഒരു സാഹിത്യ സൃഷ്ടി പറയുന്നത്. ഇനി സമാധാനം, നൊബേൽ പീസ് പ്രൈസ് 2025 2025 സമാധാനത്തിന് നൊബേൽ പ്രൈസ് മറിയ കൊറീന മച്ചാഡോ. ആരാണ്? മറിയ കൊറീന മച്ചാഡോ. ഫോർ tireless effort to promote democratic rights for the people of Venezuela and for her struggle to achieve a just and peaceful transition from a dictatorship to democracy. എന്താണ്? For her tireless work promoting democratic rights for the people of Venezuela and for her struggle to achieve a just and peaceful transition from dictatorship to ഡെമോക്രസി. വെനസ്വേലയുമായിട്ട് ബന്ധപ്പെട്ട ഡിക്റ്റേറ്റർഷിപ്പിൽ നിന്നും എന്താണ് ഡെമോക്രസിയിലേക്ക് എത്തിയ ആ ഒരു കാര്യങ്ങളൊക്കെയാണ്, അതിലേക്ക് വേണ്ടി അവർക്ക് നയിച്ച കാര്യങ്ങളൊക്കെയാണ്, അവർ നയിച്ച കാര്യങ്ങളാണ് മറിയ കൊറീന മച്ചാഡോ എന്താണ് 2025 നൊബേൽ പീസ് പ്രൈസിന് അർഹയാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി ബാക്കിയുള്ളത് എക്കണോമിക് സയൻസസും മാത്രമാണല്ലേ. എന്താണ്? സ്വർഗീസ് റിഷ് ബാങ്ക് പ്രൈസ് ഇൻ എക്കണോമിക് സയൻസ് ഇൻ മെമ്മറി ഓഫ് ആൽഫ്രഡ് നൊബേൽ 2025. ആൽഫ്രഡ് നൊബേലിന്റെ മെമ്മറിക്കാണ് എല്ലാം നൽകുന്നത്. ജോയൽ മൊക്കിയർ, ഫിലിപ്പ് അഗിയോൺ, പീറ്റർ ഹോവിറ്റ്. 3 പേരുണ്ട്. ജോയൽ മൊക്കിയോർ ഉണ്ട്, ഫിലിപ്പ് അഗിയോൺ ഉണ്ട്, പീറ്റർ ഹോവിറ്റ് ഉണ്ട്. ഫോർ ദ തിയറി ഓഫ് സസ്റ്റൈൻഡ് ഗ്രോത്ത് ത്രൂ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ. ഓക്കെ, സോ എല്ലാമായല്ലോ. അപ്പം 6 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നൊബേൽ ഫിസിക്സ് 1, കെമിസ്ട്രി 2, മെഡിസിൻ 3, ലിറ്ററേച്ചർ 4, പീസ് 5, എക്കണോമിക്സ് 6. ആ ഒരു 6 കാര്യം നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോയാൽ മതി. ആന്ധ്രാപ്രദേശ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് വിൻസ് ഗ്ലോബൽ ടൂറിസം അവാർഡ് 2025. 2025 ഗ്ലോബൽ ടൂറിസം അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ലേ. ആരാണ് ഈ പറഞ്ഞ ഗ്ലോബൽ ടൂറിസം അവാർഡ് 2025 സ്വന്തമാക്കിയത്? ആന്ധ്രാപ്രദേശാണ്. ദ ആന്ധ്രാപ്രദേശ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഹാസ് ബീൻ ഹോണർഡ് വിത്ത് ദ ഗ്ലോബൽ ടൂറിസം അവാർഡ് 2025 for its remarkable initiatives to establish the state as one of India's most promising tourist destination. സോ 2025 ഗ്ലോബൽ ടൂറിസം അവാർഡ് ആര് സ്വന്തമാക്കി? ആന്ധ്രാപ്രദേശ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആണ് സ്വന്തമാക്കിയുള്ളത്. ടൂറിസം കൺസൾട്ടന്റ് നിഷിത ഗോയൽ റിസീവ്ഡ് ദ അവാർഡ് ഓൺ ബിഹാഫ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ട് ആരാണ് ഈ ഒരു അവാർഡ് സ്വന്തമാക്കിയത്? നിഷിത ഗോയൽ ആണല്ലേ. സോ 2025 ഗ്ലോബൽ ടൂറിസം അവാർഡ് ആര് സ്വന്തമാക്കി? ആന്ധ്രാപ്രദേശ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആണ് സ്വന്തമാക്കിയത്. ദ അവാർഡ് ഓൾസോ റെക്കഗ്നൈസ് ദ ഡിപ്പാർട്ട്മെന്റ്സ് എഫേർട്സ് ഇൻ പൊസിഷനിങ് Gandikota as a leading eco and adventure destination, creating supporting infrastructure and hospitality facilities, generating employment and mobilizing private sector participation through the PPP model, public-private partnership model. Over the past 15 months, the department signed 103 MOUs with the reputed organizations, a milestone that contributed to its achievement. കഴിഞ്ഞ 15 മാസം, അതായത് ഒരു വർഷവും ഏതാണ്ട് ഒരു 1.25 വർഷമായിട്ട് 103ഓളം MOUs എന്താണ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ആന്ധ്രാപ്രദേശ് ഒപ്പുവെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ആ ഒരു കാര്യം അവിടെ നിന്ന് ഓർത്തു വെച്ചാൽ മതി. ഓക്കെ, ഇതാണെന്ന് പറഞ്ഞു വന്നത്, ഇത് മാറിപ്പോയതാണ്, ഇതാണ് പറഞ്ഞു വന്നത്, ഓർത്തു വെച്ചാൽ മതി. ജേർണലിസ്റ്റ് അംഷി പ്രസന്നകുമാർ വിൻസ് കൃഷി മീഡിയ അവാർഡ് 2025. 2025 കൃഷി മീഡിയ അവാർഡ് ആര് സ്വന്തമാക്കിയിട്ടുണ്ട്? അംഷി പ്രസന്നകുമാർ സ്വന്തമാക്കി. അംഷി പ്രസന്നകുമാർ, സീനിയർ ജേർണലിസ്റ്റ് ഫ്രം മൈസൂരു, ഹാസ് ബീൻ സെലക്ടഡ് ഫോർ ദ ഹോംബാല് സംഹിത ഹരിണികുമാർ അലൂമിനി കൃഷി മീഡിയ അവാർഡ് 2025. 2025 കൃഷി മീഡിയ അവാർഡാണ് അല്ലേ. ദ അവാർഡ് റെക്കഗ്നൈസസ് ജേർണലിസ്റ്റ് ഇൻ പ്രിന്റ് ആൻഡ് ഇലക്ട്രോണിക് മീഡിയ ഫോർ ദ കോൺട്രിബ്യൂഷൻ ടു അഗ്രികൾച്ചർ റിപ്പോർട്ടിംഗ് ആൻഡ് ക്രിയേറ്റിംഗ് അവയർനെസ് എമംഗ് ഫാമേഴ്സ്. സോ ഫാമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട എത്തരത്തിലെ കൃഷിയും കാര്യങ്ങളും മുന്നോട്ടേക്ക് കൊണ്ടുപോകണം, അതിനെക്കുറിച്ചുള്ള അവയർനെസ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നൽകിയതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തിന് ഒരു അവാർഡ് ലഭിച്ചത്. ദ അവാർഡ് ഹൈലൈറ്റ്സ് ഇമ്പോർട്ടൻസ് ഓഫ് മീഡിയ ഇൻ പ്രൊമോട്ടിംഗ് അഗ്രികൾച്ചർ ആൻഡ് ഫാമർ അവയർനെസ്. കൃത്യമായിട്ട് ഫാമേഴ്സിന് ഒരു അവയർനെസ് നൽകാൻ വേണ്ടി ഈ പറഞ്ഞ ജേർണലിസ്റ്റുകൾക്ക് സാധിക്കും അല്ലേ. അവർക്ക് എന്താണ് അവരുടെ റിപ്പോർട്ട്. ഇപ്പം നമ്മൾ രാവിലെ ന്യൂസ് പേപ്പർ വായിക്കുന്നു. സാധാരണ ഇപ്പം നമ്മുടെ നാട്ടിൻപുറത്തൊക്കെയുള്ള ആളുകൾ എന്താണ് ആദ്യം പോയി ന്യൂസ് പേപ്പർ വായിക്കുകയാണ് ചെയ്യുക. ഫസ്റ്റ് ഭൂരിഭാഗം ആളുകൾ വായിക്കാനൊക്കെ അറിയുന്നവർ ആദ്യം ന്യൂസ് പേപ്പർ വായിക്കും. ഇനി വായിക്കാൻ അറിയാത്തവരാണെങ്കിൽ എങ്ങനെയെങ്കിലും കേൾക്കുകയും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവർ ചെയ്യും അല്ലേ. അവർക്ക് അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. നമ്മുടെ ആ ഒരു പാരൻസിൻ്റെ ജനറേഷനൊക്കെ അറിയാം. സോ കൃത്യമായിട്ട് അവർക്കുള്ള അവയർനെസ്, പ്രോപ്പർ അവയർനെസ് നമ്മൾ എന്താണ് സ്കൂളിൽ തന്നെ പോയിട്ട് ലഭിക്കണമെന്നില്ല. ഇതുപോലെ കേട്ട് നമുക്ക് എന്താണ് അവയർനെസ് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കില്ല, ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. ആ ഒരു ഗ്രാസ്പിംഗ് പവറൊക്കെ കൂടുതലാണെങ്കിൽ നമുക്ക് കേട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സോ അങ്ങനെ കൃത്യമായിട്ടല്ല വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സോ മീഡിയാസുമായിട്ട് ബന്ധപ്പെട്ട അവയർനെസ് നൽകുക എന്ന് പറയുന്നത് ജേർണലിസ്റ്റിൻ്റെ ഒരു ധർമ്മമാണ് അല്ലേ. ആ ഒരു
ധർമ്മം നിറവേറ്റിയതിനാണ് കൃഷി മീഡിയ അവാർഡ് 2025 ആർക്ക് ലഭിച്ചത്? അംഷി പ്രസന്നകുമാറിന് ലഭിച്ചത്. സർ ഡേവിഡ് ബെക്കാം റിസീവ്ഡ് നൈറ്റ്ഹുഡ് ഹോണർ. ഇംഗ്ലണ്ടിന്റെ മുൻ ക്യാപ്റ്റനൊക്കെയുള്ള വ്യക്തിയാണ് ഡേവിഡ് ബെക്കാം. ക്രിക്കറ്റ് അല്ല, ഫുട്ബോളാണ്. ഡേവിഡ് ബെക്കാം, ഫുട്ബോൾ ലെജൻഡ് ആൻഡ് ഫോമർ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ, ഹാസ് ഒഫീഷ്യലി ബീൻ നൈറ്റഡ് ബൈ King Charles III, becoming the latest addition to an elite club of footballing grades, honored for extraordinary contribution to the sports and society. Okay, so David Beckham എന്താണ് നൈറ്റ്ഹുഡ് ഹോണർ റീസെൻ്റ് ആയിട്ട് സ്വന്തമാക്കിയിട്ടുണ്ട്. കിങ് ചാൾസ് മൂന്നാമനാണ് ഈ ഒരു അവാർഡും കാര്യങ്ങളൊക്കെ നൽകി ആദരിച്ചത്. മെയ്ഡ് 115 അപ്പിയറൻസസ് ഫോർ ഇംഗ്ലണ്ട്, ക്യാപ്റ്റനിങ് ദ നാഷണൽ ടീം ഫ്രം 2000 to 2006. 2000 തൊട്ട് 2006 വരെ ഇംഗ്ലണ്ട് ടീമിനെ നയിച്ച വ്യക്തി കൂടിയാണ് ഡേവിഡ് ബെക്കാം. അതുകൂടെ ഓർത്ത് വെച്ചാൽ 115ഓളം മത്സരങ്ങൾ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. 6th നാഷണൽ വാട്ടർ അവാർഡ്സ് വിന്നേഴ്സ് ഫോർ 2024 അനൗൺസ്ഡ്. 2024 6ാമത്തെ നാഷണൽ വാട്ടർ അവാർഡ്സ് അല്ലേ, അതിൻ്റെ വിന്നേഴ്സിനെയും കാര്യങ്ങളെയും അനൗൺസ് ചെയ്യുന്നുണ്ട്. ദ 6th എഡിഷൻ ഓഫ് നാഷണൽ വാട്ടർ അവാർഡ്സ് ഫോർ 2024 മാർക്സ് എ മേജർ മൈൽ സ്റ്റോൺ ഇൻ റെക്കഗ്നൈസിംഗ് എക്സംപ്ലറി എഫേർട്സ് ഇൻ വാട്ടർ റിസോഴ്സ് മാനേജ്മെന്റ് അക്രോസ് ഇന്ത്യ. നമ്മുടെ ഇന്ത്യയുടെ വിവിധ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട വാട്ടർ റിസോഴ്സ് മാനേജ്മെന്റ് അത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണല്ലേ. സോ ആ ഒരു വാട്ടർ റിസോഴ്സ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് മികച്ച രീതിയിൽ എന്താണ് വാട്ടർ റിസോഴ്സ് മാനേജ് ചെയ്ത ആ ഒരു അവാർഡ് റീസെൻ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആർക്കൊക്കെയാണ് ഒരു അവാർഡ് ലഭിച്ചതെന്നൊക്കെ നമുക്ക് നോക്കാനുണ്ട്. 11 നവംബർ 2025 ആര് അവാർഡ് പ്രഖ്യാപിച്ചെന്ന് ചോദിച്ചാൽ യൂണിയൻ മിനിസ്റ്ററായുള്ള CR പാട്ടീലാണ്. ഓക്കെ, CR പാട്ടീലാണ് ഈ അവാർഡ് പ്രഖ്യാപിച്ചത്. 8 Shram Shakti Bhavan, New Delhi. In the best state category, Maharashtra secured the top rank, while Gujarat and Haryana placed second and third respectively. Best state category Maharashtra എന്താണ് ടോപ്പ് റാങ്കിൽ വന്നിട്ടുണ്ട്. ഗുജറാത്തും ഹരിയാന എന്താണ് രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തും വന്നിട്ടുണ്ട്. ദ ഫോമർ അവാർഡ് സെറിമണി ഹെൽഡ് ഓൺ 18th November 2025 at വിഗ്യാൻ ഭവൻ, ന്യൂഡൽഹി, വെർ പ്രസിഡന്റ് ദ്രൗപദി മുർമു വിൽ കൺഫർ ദ ഹോണേഴ്സ്. 2025 നവംബർ 18 വിഗ്യാൻ ഭവൻ, ന്യൂഡൽഹിയിലെ വിഗ്യാൻ ഭവനിൽ വെച്ചിട്ടാണ് ഈ പറയുന്ന അവാർഡും കാര്യങ്ങളും നൽകിയത്. ദ നാഷണൽ വാട്ടർ അവാർഡ് വെർ ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 2018 അണ്ടർ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാട്ടർ റിസോഴ്സ്, റിവർ ഡെവലപ്മെന്റ് ആൻഡ് ഗംഗ റെജുനേഷൻ. ഓക്കെ, മിനിസ്ട്രി ഓഫ് ജൽശക്തിയുടെ അണ്ടറിലാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വരുന്നത്. ദിയർ എയിം ഈസ് ടു എൻകറേജ് ഇൻഡിവിജ്വൽസ്, ലോക്കൽ ബോഡീസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻഡസ്ട്രീസ് ടു അഡോപ്റ്റ് ഇന്നോവേറ്റീവ് ആൻഡ് എഫക്റ്റീവ് വാട്ടർ മാനേജ്മെന്റ് പ്രാക്ടീസ് ആൻഡ് ബിൽഡ് ജൽ സമൃദ്ധ് ഭാരത്. ഓക്കെ, വാട്ടർ പ്രോസ്പെറസ് ഇന്ത്യ എന്ന രീതിയിൽ അവരെന്താണ് ആശയങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മെയിനായിട്ട് വന്നത്. ദ ബെസ്റ്റ് അർബൻ ലോക്കൽ ബോഡി ചോദിച്ചാൽ നവി മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ് ബെസ്റ്റ് അർബൻ ലോക്കൽ ബോഡി. ഏതാണ്? നവി മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ്, അതാണ് ഒന്നാം സ്ഥാനത്ത്. രണ്ടാം സ്ഥാനത്ത് ബാബ്നഗർ മുനിസിപ്പൽ കോർപ്പറേഷൻ ഗുജറാത്താണ് സ്വന്തമാക്കിയത്. അതുപോലെ തന്നെ തേർഡ് പ്ലേസ് നബാഡി ഗാന്ധ ഇൻഡസ്ട്രിയൽ ടൗൺ അതോറിറ്റി വെസ്റ്റ് ബംഗാളും. ആഗ്ര മുനിസിപ്പൽ കോർപ്പറേഷൻ ഉത്തർപ്രദേശുമാണ്. ഇനി പഞ്ചായത്ത്, വില്ലേജ് പഞ്ചായത്ത് കാറ്റഗറിയാണ് ചോദിക്കുന്നെങ്കിൽ ദബിഗാനിപ്പള്ളി, ഓക്കെ സോറി ദുബിഗനിപ്പള്ളി ആന്ധ്രാപ്രദേശ്. പിന്നെ നമ്മുടെ കേരളത്തിലെ പായമുണ്ട് വില്ലേജാണ്, വില്ലേജ് പഞ്ചായത്താണ്. ഷെയർ ദ ടോപ്പ് റാങ്ക് വൈൽ വില്ലേജ് ഫ്രം മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് ആൻഡ് ഛത്തീസ്ഗഡ് ടേക്ക് ദ റിമൈനിങ് പൊസിഷൻസ്. നെക്സ്റ്റ് എന്താണ്? ഡേവിഡ് സലെ വിൻസ് 2025 ബുക്കർ പ്രൈസ് ഫോർ ഫ്ലഷ്. ഉറപ്പായിട്ട് 100% ഉറപ്പായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നൊരു കാര്യമാണല്ലേ. 2025 ബുക്കർ പ്രൈസ് എന്താണ്? ഡേവിഡ് സലെ സ്വന്തമാക്കേണ്ട അദ്ദേഹത്തിന് ഫ്ലഷ് എന്ന് പറയുന്ന നോവലുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ അവാർഡ് സ്വന്തമാക്കിയത്. ഡേവിഡ് സലെ വിൻസ് 2025 ബുക്കർ പ്രൈസ് ഫോർ ഫ്ലഷ്. ഹംഗേറിയൻ ബ്രിട്ടീഷ് ഓതർ ഡേവിഡ് സലെ വാസ് നെയ്മഡ് ദ വിന്നർ ഓഫ് ദ ബുക്കർ പ്രൈസ് 2025 ഫോർ ഹിസ് നോവൽ ഫ്ലഷ് അറ്റ് ദ സെറിമണി ഇൻ ലണ്ടനിൽ വെച്ച് നടന്ന സെറിമണിയിലാണ് 2025 ബുക്കർ പ്രൈസ് ഇദ്ദേഹം സ്വന്തമാക്കിയത്. സെലെ വാസ് അനൗൺസ്ഡ് ആസ് എ വിന്നർ ഓഫ് 50,000 pounds അവാർഡ്. 50,000 pounds ആണ് ഇതിന്റെ അവാർഡ് മണിയായിട്ട് വരുന്നത്. ഹി വാസ് പ്രീവിയസ്ലി ഷോർട്ട് ലിസ്റ്റഡ് ഫോർ ദ പ്രൈസ് ഇൻ 2016 ഫോർ ഹിസ് നോവൽ ഓൾ ദാറ്റ് മാൻ ഈസ്. 2016 അദ്ദേഹത്തിന്റെ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട ഓൾ ദാറ്റ് മാൻ ഈസ് എന്ന് പറയുന്ന പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം മുൻപ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൂടെ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്തു വെക്കണം. ഫ്ലഷ് എക്സ്പ്ലോസ് ദ ലൈഫ് ഓഫ് ഇസ് വൺ a working class Hungarian immigrant. He is also an author of the novel Spring and the Innocent as well as the short story collection Turbulence. അതായത് ഡേവിഡ് സലയുടെ ഒരു പുസ്തകങ്ങളൊക്കെയാണ്, ഡേവിഡ് സലയുടെ പുസ്തകങ്ങളൊക്കെയാണ് സ്പ്രിംഗ് ആൻഡ് ദ ഇന്നസെന്റ്. അതുപോലെ തന്നെ ടർബുലൻസ് ഒക്കെ അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. സിൻസ് ഇറ്റ്സ് ഇൻസെപ്ഷൻ 1969 ബുക്കർ പ്രൈസ് ഹാസ് ട്രാൻസ്ഫേർഡ് ഗ്ലോബൽ ലിറ്റററി കരിയർ വിത്ത് പാസ്റ്റ് വിന്നേഴ്സ് ഇൻക്ലൂഡിംഗ് സൽമാൻ റുസ്തിക്ക് ലഭിച്ചിട്ടുണ്ട്, മാർഗരറ്റ് ആറ്റ്വുഡ് ഉണ്ട്, അരുന്ധതി റോയ്, ഇവരൊക്കെ ഈ ഒരു അവാർഡ് മുൻപ് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യസ് 91st ചെസ് ഗ്രാൻഡ് മാസ്റ്റർ രാഹുൽ VS ട്രംസെറ്റ്
ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ്. ഇന്ത്യയുടെ 91ാമത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ട് ആര് മാറി? രാഹുൽ VS മാറി അല്ലേ. രാഹുൽ VS became India's 91st chess grandmaster after winning a 6 ASEAN individual championship. He had previously earned international master title in November 2021. 2021 ഇന്റർനാഷണൽ മാസ്റ്റർ ടൈറ്റിലും കാര്യങ്ങളൊക്കെ സ്വന്തമാക്കിയ വ്യക്തി കൂടിയാണ് ആര്? രാഹുൽ VS. അദ്ദേഹത്തിന്റെ പേരൊന്ന് ഓർത്തു വെച്ചാൽ മതി. 90ാമത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരായിരുന്നു എന്ന് വെച്ചാൽ ചെന്നൈക്കാരനായുള്ള ഇളംബാർത്തി ER ആയിരുന്നു. മിസ് യൂണിവേഴ്സ് 2025 മെക്സിക്കോസ് ഫാത്തിമ ബോഷ് ക്രൗണ്ട് വിന്നർ. 2025 മിസ് യൂണിവേഴ്സ് ഉറപ്പായിട്ട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് അല്ലേ. മിസ് യൂണിവേഴ്സ് 2025 ആരാണ്? മെക്സിക്കോക്കാരിയുള്ള ഫാത്തിമ ബോഷ് ആണ്. മിസ് മെക്സിക്കോ ഫാത്തിമ ബോഷ് വോണ് മിസ് യൂണിവേഴ്സ് 2025 ടൈറ്റിൽ ഇൻ തായ്ലാൻഡ്. മിസ് വെനസ്വേല വാസ് നെയ്മഡ് സെക്കൻഡ് റണ്ണറപ്പ് ആരാണ്? മിസ് വെനസ്വേലിയ. അതുപോലെ മിസ് ഫിലിപ്പൈൻസ് ആണ് തേർഡ് റണ്ണറപ്പ്. ഇന്ത്യയുടെ മാണിക വിശ്വകർമ്മയ്ക്ക് ടോപ്പ് 12 ലിസ്റ്റിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ 2021 ഹർണ സന്ധു മിസ് യൂണിവേഴ്സ് ആയതിനു ശേഷം ഒരു ഇന്ത്യക്കാർ പോലും പിന്നീട് മിസ് യൂണിവേഴ്സ് ആയിട്ട് മാറിയിട്ടില്ല. മിഷേൽ ബാച്ചലറ്റ് അവാർഡ് ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് 2025. 2025 ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സോ ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് ഒക്കെ സ്ഥിരം വരുന്നൊരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സോ പഠിച്ചു വയ്ക്കുക. ഫോമർ ചിലിയൻ പ്രസിഡന്റ്, ഏത് രാജ്യത്തിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു മിഷേൽ ബാച്ചലറ്റ് എന്നൊക്കെ നമുക്ക് ചോദ്യം വരാം. ഫോമർ ചിലിയൻ പ്രസിഡന്റ് മിഷേൽ ബാച്ചലറ്റ് വിൽ ബി അവാർഡഡ് ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ്. 2025 ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് സ്വന്തമാക്കി. മിഷേൽ ബാച്ചലറ്റ് ഹാസ് ബീൻ ഗിവൺ ദിസ് അവാർഡ് ഫോർ ഹർ വർക്ക് ടു ഇംപ്രൂവ് ജെൻഡർ ഇക്വാലിറ്റി, ഹ്യൂമൻ റൈറ്റ് ആൻഡ് ഡെമോക്രസി. ഓക്കെ, മിഷേൽ ബാച്ചലറ്റ് എന്താണ്? ജെൻഡർ ഇക്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട, ഹ്യൂമൻ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട, ഡെമോക്രസിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് 2025 ഇയർ ബേസ് ചെയ്തിട്ട് ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് ചിലിയുടെ മുൻ പ്രസിഡന്റായുള്ള മിഷേൽ ബാച്ചലറ്റ് നൽകിയിട്ടുണ്ടായിരുന്നത്. UN ഹൈ കമ്മീഷണർ ഫോർ ഹ്യൂമൻ റൈറ്റ് ആയിട്ട് സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ്. സോ മിഷേൽ ബാച്ചലറ്റ് എന്താണ്? UN ഹൈ കമ്മീഷണർ ഫോർ ഹ്യൂമൻ റൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ച വ്യക്തിയാണ്. ഫസ്റ്റ് ഡയറക്ടർ ഓഫ് UN വുമൺ ഇൻ 2010. 2010 UN വുമൻ്റെ ആദ്യത്തെ ഡയറക്ടർ കൂടിയായിരുന്നു. ഷീസ് എ ഫസ്റ്റ് ആൻഡ് ഓൺലി വുമൺ പ്രസിഡന്റ് ഓഫ് ചിലി. ചിലിയിൽ ഇതുവരെ വന്നതിൽ വെച്ചിട്ട് ഒരു വനിതാ പ്രസിഡന്റ് മാത്രമേ ഉള്ളൂ, അത് മിഷേൽ ബാച്ചലറ്റ് ആണ്. അതിന് മുൻപും അതിന് ശേഷവും ചിലിക്ക് എന്താണ് ഒരു വനിതാ പ്രസിഡന്റ് വന്നിട്ടേ ഇല്ല. ഇറ്റ് ഈസ് ഗിവൺ ഇൻ ഹോണർ ഓഫ് ഫോമർ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഇന്ദിരാഗാന്ധി. നമ്മുടെ ഇന്ത്യയുടെ മുൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി, ഇന്ത്യയുടെ ആദ്യത്തെയും അവസാനത്തെയും വനിതാ പ്രൈം മിനിസ്റ്ററാണ്. ഇതുവരെയുള്ള കാര്യം നോക്കിയാൽ ആദ്യത്തെയും അവസാനത്തെയും വനിതാ പ്രൈം മിനിസ്റ്ററാണ് ഇന്ദിരാഗാന്ധി അല്ലേ. സോ ആ ഒരു ഇന്ദിരാഗാന്ധിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ അവാർഡ് നൽകിയത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ ഡിസമമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് അവാർഡ്. ഡിസമമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് അവാർഡ് എന്ന് വിളിക്കാറുണ്ട്. 1986 ഈ ഒരു അവാർഡ് ആരംഭിച്ചത്. ദിസ് അവാർഡ് ഈസ് ഗിവൺ ആനുവലി ബൈ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്രസ്റ്റ്. എല്ലാ വർഷവും ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്രസ്റ്റ് ആണ് ഈ ഒരു അവാർഡ് നൽകുന്നത്. ദ അവാർഡ് വാസ് പ്രസന്റഡ് ബൈ സോണിയാഗാന്ധി, ചെയർപേഴ്സൺ ഓഫ് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി. ഓക്കെ, സോണിയാഗാന്ധിയാണ് ഈ അവാർഡും കാര്യങ്ങളും നൽകുന്നത്. നെക്സ്റ്റ് എന്താണ്? സുപ്രിയ സാഹു വിൻസ് UNEP ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് 2025 അവാർഡ് ഫോർ ക്ലൈമറ്റ് ലീഡർഷിപ്പ്. 2025 ചാമ്പ്യൻസ് ഓഫ് എർത്ത് അവാർഡ് UNEP ആണ് ഈ അവാർഡ് നൽകുന്നത്. UNEP എന്താണ്? യുണൈറ്റഡ് നാഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം ആണ് അല്ലേ. സോ UNEP നൽകുന്ന 2025 വർഷത്തെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് അവാർഡ് ആര് സ്വന്തമാക്കി? ഇന്ത്യക്കാരെയുള്ള സുപ്രിയ സാഹു സ്വന്തമാക്കിയിട്ടുണ്ട്. സുപ്രിയ സാഹു, അഡീഷണൽ ചീഫ് സെക്രട്ടറി ടു ദ ഗവൺമെന്റ് ഓഫ് തമിഴ്നാടു, ഹാസ് ബീൻ ഹോണേഡ് വിത്ത് 2025 ചാമ്പ്യൻസ് ഓഫ് എർത്ത് അവാർഡ്. ദ യുണൈറ്റഡ് നാഷൻസ് ഹയസ്റ്റ് എൻവയോൺമെന്റ് റെക്കഗ്നീഷൻ. UN നൽകുന്ന ഹയസ്റ്റ് എൻവയോൺമെന്റ് റെക്കഗ്നീഷൻ കൂടിയാണ് ഈ പറയുന്ന UN ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് അവാർഡ്. ദ അവാർഡ് അനൗൺസ്ഡ് ബൈ യുണൈറ്റഡ് നാഷൻ എൻവയോൺമെന്റ് പ്രോഗ്രാം ഡ്യൂറിംഗ് UN എൻവയോൺമെന്റ് സമ്മിറ്റ് ഇൻ നെയ്റോബിയിൽ വെച്ച് നടന്ന UNES7 അല്ലെങ്കിൽ യുണൈറ്റഡ് നാഷൻ എൻവയോൺമെന്റ് അസംബ്ലി സമ്മിറ്റ് 7th എഡിഷനിലാണ് ഈ അവാർഡ് നൽകിയത്. അവാർഡ് ഫോർ ഹർ പൈനീറിംഗ് കോൺട്രിബ്യൂഷൻ ടു സസ്റ്റൈനബിൾ കൂളിംഗ്, എക്കോസിസ്റ്റം റിസ്റ്റോറേഷൻ ആൻഡ് ക്ലൈമറ്റ് അഡാപ്റ്റേഷൻ. ഓക്കെ, സോ സുപ്രിയ സാഹു ആണ് 2025 UNP ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് അവാർഡ് സ്വന്തമാക്കിയത്. ക്ലൈമറ്റ് ലീഡർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ അവാർഡ് ലഭിച്ചത്. നെക്സ്റ്റ് എന്താണ്? അർമാൻഡ് ഡുപ്ലാന്റിസ് ആൻഡ് സിഡ്നി മക്ലുഗ്ലിൻ ലെവറിൻ നെയ്മഡ് വേൾഡ് അത്ലറ്റ്സ് ഓഫ് ദ ഇയർ 2025. 2025 വേൾഡ് അത്ലറ്റ്സ് ഓഫ് ദ ഇയർ അവാർഡ് ആരൊക്കെ സ്വന്തമാക്കി? സ്വീഡന്റെ താരമായുള്ള അർമാൻഡ് ഡുപ്ലാന്റിസും
USA താരമായുള്ള സിഡ്നി മാക്ലുഗ്ലിൻ ലെവറിനാണ്. അവിടെ സിഡ്നി എന്ന് കണ്ട് ഓസ്ട്രേലിയ സിഡ്നിയിൽ കൊണ്ടുപോയിട്ട് കുത്തരുത്. സിഡ്നി അവരുടെ പേരാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഇന്ത്യക്കാരൻ ക്രിക്കറ്റ് കളിക്കാരൻ വാഷിംഗ്ടൺ സുന്ദർ, വാഷിംഗ്ടൺ എന്ന പേര് കണ്ട് നമ്മൾ USA കൊണ്ടുപോയിട്ട് കുത്തോ? ഇല്ല. അതുപോലെ തന്നെയാണ് സിഡ്നി എന്ന് പറഞ്ഞ പേര് കണ്ട് നേരെ കൊണ്ടുപോയിട്ട് സിഡ്നി ഓസ്ട്രേലിയക്കാരെയാണെന്ന് ചിന്തിക്കരുത്. അവരുടെ പേര് മാത്രമാണ്. ഓക്കെ, അർമാൻഡ് ഡുപ്ലാന്റിസ് നമുക്കറിയാം, പോൾ വാൾട്ട പ്ലെയർ ആണ്. ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കേണ്ടി. ഇവൻ വേൾഡ് റെക്കോർഡ് തന്നെ തൻ്റെ പേരിൽ ഇങ്ങനെ തിരുത്തി കുറിച്ചുകൊണ്ടിരിക്കുന്ന സ്വീഡൻ താരമാണ്. കഴിഞ്ഞ വർഷം കണ്ട് സ്വന്തം നാട്ടിൽ തന്നെ വേൾഡ് റെക്കോർഡ് തിരുത്തി കുറിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹം. അർമാൻഡ് ഡുപ്ലാന്റിസ്, സ്വീഡൻ ആൻഡ് സിഡ്നി മാക്ലുഗ്ലിൻ ലെവറൻ were named World Athletes of the Year 2025 at the World Athletics Award. വേൾഡ് അത്ലറ്റിക്സ് അവാർഡിൽ വേൾഡ് അത്ലറ്റ് ഓഫ് ദി ഇയർ 2025 സ്വന്തമാക്കി. ദിസ് ആനുവൽ അവാർഡ് പ്രസന്റഡ് ബൈ വേൾഡ് അത്ലറ്റിക്സ് ഈസ് among the most prestigious in the sport. അത് വേൾഡ് അത്ലറ്റിക്സ് ആണ് ഈ ഒരു അവാർഡും കാര്യങ്ങളും നൽകുന്നത്. ഇറ്റ് റെക്കഗ്നൈസസ് ഇൻഡിവിജ്വൽസ് who have not only achieved excellence in competition but have also elevated the global profile of a track and ഫീൽഡ്. ഓക്കെ, അത്ലറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് ട്രാക്ക് ആൻഡ് ഫീൽഡ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു അവാർഡും കാര്യങ്ങളും നൽകപ്പെടുന്നത്. ബോത്ത് അത്ലറ്റ്സ് വെർ ഹോണേഡ് ആസ് വേൾഡ് അത്ലറ്റ് ഓഫ് ദ ഇയർ ഫോളോയിങ് ഡൊമിനന്റ് അൺഡിഫീറ്റഡ് സീസൺ ആൻഡ് ഗ്രൗണ്ട് ബ്രേക്കിംഗ് പെർഫോമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഹെൽഡ് ഇൻ ടോക്കിയോയിൽ വെച്ച്, ജപ്പാനിലെ ടോക്കിയോയിൽ വെച്ച് നടന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പിലെ മികച്ച പ്രകടനമാണ് രണ്ടുപേർക്കും എന്താണ് ഈ ഒരു അവാർഡ് ലഭിക്കാൻ വേണ്ടി കാരണമായത്. ഡുപ്ലാന്റിസ് ബ്രോക്ക് ദ മെൻസ് പോൾ വാൾട്ട് വേൾഡ് റെക്കോർഡ് 4 times and won all 16 competition. 4 തവണ എന്താണ് ഈ പറഞ്ഞ വേൾഡ് റെക്കോർഡ് അദ്ദേഹം മറികടന്നിട്ടുണ്ട്. കൂടാതെ 16 കോമ്പറ്റീഷൻ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. ഈസ് ദ ഫസ്റ്റ് മെയിൽ പോൾ വാൾട്ടർ ഇൻ മോഡേൺ അത്ലറ്റിക്സ് ടു റിമെയിൻ അൺഡിഫീറ്റഡ് ഇൻ എ സിംഗിൾ ഇവന്റ് ഫോർ 2 consecutive ഇയർ. കഴിഞ്ഞ 2 തുടർച്ചയായുള്ള വർഷങ്ങളായിട്ട് അദ്ദേഹം മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഇവന്റിൽ അദ്ദേഹം പരാജയപ്പെട്ടിട്ടേയില്ല. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയാണ് അല്ലേ ഈ ഒരു മോഡേൺ ഡേ ഗെയിംസിൽ, അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. മക്ലുഗ്ലിൻ ലെവറൻ വോൺ ദ വുമൻസ് 400 meter ടൈറ്റിൽ ഇൻ ടോക്കിയോ ഇൻ 47.78 seconds, ബ്രേക്കിംഗ് എ 42-year-old വേൾഡ് ചാമ്പ്യൻഷിപ്സ് റെക്കോർഡ്. മക്ലുഗ്ലിൻ ലെവറൻ എന്താണ് 400 meter ടൈറ്റിലും കാര്യങ്ങളൊക്കെ എന്താണ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഷീസ് ദ ഫസ്റ്റ് അത്ലറ്റ് ടു വിൻ വേൾഡ് ടൈറ്റിൽ ഇൻ ബോത്ത് 400 meter ഫ്ലാറ്റ് ആൻഡ് 400 meter ഹഡിൽസ്. 400 meter ഫ്ലാറ്റ് ഇതുപോലെ 400 meter ഹഡിൽസും എന്താണ് നേട്ടം സ്വന്തമാക്കിയ വ്യക്തി കൂടിയാണ് മക്ലുഗ്ലിൻ ലെവറൻ. അതുകൂടെ പഠിച്ചു വെക്കണം. നെക്സ്റ്റ് എന്താണ് വേലമല സിമ്മന്ന സെലക്ടഡ് ഫോർ LNF ലിറ്റററി അവാർഡ് 2025. 2025 ലോക് നായക് ഫൗണ്ടേഷൻ ലിറ്റററി അവാർഡ് ആര് സ്വന്തമാക്കി? വേലമല സിമ്മന്ന സ്വന്തമാക്കി അല്ലേ. വേലമല സിമ്മന്ന സെലക്ടഡ് LNF ലിറ്റററി അവാർഡ് 2025 ഹാസ് ബീൻ സെലക്ടഡ് ഫോർ ദ ലോക് നായക് ഫൗണ്ടേഷൻ. LNF എന്താണെന്ന് വെച്ചാൽ ലോക് നായക് ഫൗണ്ടേഷൻ ലിറ്റററി അവാർഡ് 2025 ആണ്. ഹി ഹാസ് റിട്ടൺ ഓവർ 100 ബുക്സ് ആൻഡ് ഈസ് എ ഫോമർ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് തെലുഗു അറ്റ് ആന്ധ്ര യൂണിവേഴ്സിറ്റി. അദ്ദേഹം എന്താണ് 100ലധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് തെലുഗു ആന്ധ്ര യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് മുൻ ഹെഡ് കൂടിയായിരുന്നു. ദിസ് അവാർഡ് ക്യാരീസ് എ ക്യാഷ് പ്രൈസ് ഓഫ് 2 lakh rupees and will be given on 18 January 2026. 2026 ജനുവരി മാസത്തിൽ ഓൾറെഡി എന്താണ് ഇതിന്റെ പ്രൈസ് മണിയും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. ദ അവാർഡ് ഈസ് പ്രസന്റഡ് എവറി ഇയർ ബൈ ലോക് നായക ഫൗണ്ടേഷൻ. ഇറ്റ് കോമമറേറ്റ്സ് ദ ഡെത്ത് ആനിവേഴ്സറീസ് ഓഫ് NT രാമറാവു ആൻഡ് ഹരിവൻഷ് റായ് ബച്ചൻ. ആരുടെയൊക്കെ ഓർമ്മയ്ക്കായിട്ടാണ്? NT രാമറാവു, NTRന്റെ ഓർമ്മയ്ക്കും ഹരിവൻഷ് റായ് ബച്ചൻ്റെ ഓർമ്മയ്ക്കൊക്കെയാണ് ഈ ഒരു LNF അവാർഡ്, ലോക് നായക് ഫൗണ്ടേഷൻ അവാർഡ് നൽകുന്നത്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട അവാർഡാണ് 34th വ്യാസ് സമ്മാൻ. 2024 വ്യാസ് സമ്മാൻ. ഹിന്ദി റൈറ്റർ സൂര്യബാല വോൺ 34th വ്യാസ് സമ്മാൻ 2024 ഫോർ ഹർ നോവൽ കോൺ ദേശ് കോ വാസി വേണു കി ഡയറി പബ്ലിഷ് ഇൻ 2018. 2018 പബ്ലിഷ് ചെയ്ത പുസ്തകത്തിന് 2024 ഇയർ BCയുടെ 2025 അവാർഡ് നൽകി. ആ ഒരു വ്യത്യാസം അവിടെ നിന്ന് ഓർത്തു വെക്കണം. സോ ഇവിടെ എന്താണ് ഇവിടെ പഠിച്ചിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം ഓദറിൻ്റെ പേര് ഹിന്ദി റൈറ്ററായുള്ള സൂര്യബാലയാണ്. എത്രാമത്തെ വ്യാസ് സമ്മാനാണ്? 34ാമത്തെ വ്യാസ് സമ്മാനാണ്. ഏത് വർഷം BC ആയിട്ടാണ് ഈ ഒരു അവാർഡ് നൽകിയത്? 2024 വർഷം BC ആയിട്ടാണ്. ഏതാണ് പുസ്തകം? കോൺ ദേശ് വാസി വേണു കി ഡയറിയാണ്. പബ്ലിഷ് ചെയ്ത വർഷം ഏതാണ്? 2018. അറ്റ്ലീസ്റ്റ് ഇത്രയും കാര്യങ്ങളും നിർബന്ധമായിട്ട് അവിടെ കാര്യങ്ങളെങ്കിലും നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. ദ നോവൽ എക്സ്പ്ലോർസ് കൾച്ചറൽ കോൺഫ്ലിക്ട്സ് ആൻഡ് ഐഡന്റിറ്റി സ്ട്രഗിൾ ഓഫ് ഇന്ത്യൻ യൂത്ത് ഇൻ അമേരിക്ക. അമേരിക്കയിലെ ഇന്ത്യൻ യൂത്തിന് എന്താണ് ആ ഒരു കൾച്ചറൽ സ്ട്രഗിൾസും ഐഡന്റിറ്റി സ്ട്രഗിൾസും കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെയാണ് പുസ്തകത്തിൽ പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 1991 ബൈ KK ബിർള ഫൗണ്ടേഷൻ. 1991 KK ബിർള ഫൗണ്ടേഷനാണ് വ്യാസ് സമ്മാൻ എന്താണ് നൽകി വരുന്നത്. ഹിന്ദി സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് വ്യാസ് സമ്മാൻ നൽകുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ 1991 ബൈ KK ബിർള ഫൗണ്ടേഷൻ. ദ വ്യാസ് സമ്മാൻ ഹോണേഴ്സ് ഔട്ട്സ്റ്റാൻഡിംഗ് ഹിന്ദി ലിറ്റററി വർക്ക്സ് ഫ്രം ദ പാസ്റ്റ് ഡെക്കേഡ്, ഓഫറിംഗ് എ ക്യാഷ് പ്രൈസ് ഓഫ്
4 lakh. Eligibility for this award is that the literary work must be in Hindi language and must be published in past 10 years. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഹിന്ദി ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട് പബ്ലിഷ് ചെയ്ത പുസ്തകങ്ങൾക്കാണ് ഈ ഒരു അവാർഡും കാര്യങ്ങളും നൽകുന്നത്. തുളസി ഗൗഡ ദ എൻസൈക്ലോപീഡിയ ഓഫ് ഫോറസ്റ്റ് പാസസ് അവേ. എൻസൈക്ലോപീഡിയ ഓഫ് ഫോറസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന തുളസി ഗൗഡ എന്താണ് റീസെൻ്റ് ആയിട്ട് അന്തരിച്ചിട്ടുണ്ട്. തുളസി ഗൗഡ വാസ് എൻ ഇന്ത്യൻ എൻവയോൺമെന്റലിസ്റ്റ് ഫ്രം ഹൊനാലി വില്ലേജ്, മൈസൂർ, കർണാടകയിലെ ഹൊനാലി വില്ലേജിലെ വളരെ ഫേമസ് ആയിട്ടുള്ള എൻവയോൺമെന്റലിസ്റ്റ് ആണ് തുളസി ഗൗഡ. ഈ തുളസി ഗൗഡ എങ്ങനെയാണ് ഫേമസ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 30,000-ഓളം തൈകളുണ്ടല്ലോ, വൃക്ഷത്തൈകൾ കാര്യങ്ങൾ നട്ട് അത് കൃത്യമായിട്ട് പരിപാലിച്ചതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവർ വളരെ ഫേമസ് ആയിട്ട് മാറുന്നത്. ഷീ പ്ലാന്റഡ് മോർ ദാൻ 30,000 സാപ്ലിങ്സ് ആൻഡ് ലുക്ക്ഡ് ആഫ്റ്റർ ദ നഴ്സറീസ് ഓഫ് ദ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. 30,000-ഓളം വൃക്ഷത്തൈകൾ നട്ടുപരിപാലിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് അവർ, അല്ലെങ്കിൽ നട്ടുപരിപാലിച്ചതുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ ഓർമ്മിക്കപ്പെടുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് 2021 നമ്മുടെ ഗവൺമെൻറ് എന്താണ് പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. അവരതൊക്കെ കൊണ്ട് തന്നെ എൻസൈക്ലോപീഡിയ ഓഫ് ഫോറസ്റ്റ്, എൻസൈക്ലോപീഡിയ എന്താണ്, നമുക്ക് എന്ത് കാര്യം എൻസൈക്ലോപീഡിയ നോക്കിക്കഴിഞ്ഞാൽ ലഭിക്കുക, ഒട്ടുമിക്ക കാര്യങ്ങളുടെ ഉത്തരമൊക്കെ അവിടെയുണ്ട്. അതുപോലെ ട്രീ ഗോഡസ് എന്ന രീതിയിൽ നമ്മളവരെ വിളിക്കാറുണ്ട്. മെയിനായിട്ട് ഹലാക്കി ട്രൈബ്സ് ആണ്, അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയാണ് അവരെ എന്താണ് എൻസൈക്ലോപീഡിയ ഓഫ് ഫോറസ്റ്റ് എന്ന് വിളിക്കുന്നത്. വൃക്ഷമിത്ര അവാർഡ് 1986-ലും രാജ്യോത്സവ അവാർഡ് 1999-ലും എന്താണ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൂടെ ഓർത്തു വെച്ചാൽ മതി. മധ്യപ്രദേശ് വെൽക്കംസ് 10th ഇന്റർനാഷണൽ ഫോറസ്റ്റ് ഫെയർ. 10ാമത്തെ ഇന്റർനാഷണൽ ഫോറസ്റ്റ് ഫെയർ എന്താണ് മധ്യപ്രദേശ് സ്വന്തമാക്കിയിട്ടുണ്ട്. മധ്യപ്രദേശിൽ സ്വന്തമാക്കിയിട്ടുണ്ടല്ല, നടന്നിട്ടുണ്ട്, അവിടെ വെച്ച് നടന്നിട്ടുണ്ട്. മധ്യപ്രദേശിലെ ഭോപ്പാൽ വെച്ച് ചോദിക്കാറുണ്ട്. ഇന്റർനാഷണൽ ഫോറസ്റ്റ് ഫെയർ മാറിപ്പോയത് സയൻസ് ഫെസ്റ്റിവൽ ഉണ്ട്, ഇന്റർനാഷണൽ സോഷ്യൽ സയൻസ് ഫെസ്റ്റിവൽ ഉണ്ട്, അതുപോലെ തന്നെ ഫോറസ്റ്റ് ഫെയറിൻ്റെ അതൊക്കെയുണ്ട്. ദ 10th ഇന്റർനാഷണൽ ഫോറസ്റ്റ് ഫെയർ ഹെൽഡ് in Bhopal, Madhya Pradesh. This fair focuses on promoting sustainable forestry practices, empowering local communities and fostering collaboration among various stakeholders in the forestry sector. This year's theme 2025 theme വെച്ച women empowerment through minor forest produce എന്താണ് 2025 ഇന്റർനാഷണൽ ഫോറസ്റ്റ് ഫെയറിന്റെ തീം വുമൺ എംപവർമെന്റ് ത്രൂ മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് എന്നാണ്. ഇതിലുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ, ഇതിൽ പങ്കെടുത്ത വ്യക്തികൾ എന്ന് പറയുന്നത് മധ്യപ്രദേശിന്റെ അന്നത്തെ ഗവർണറായിരുന്ന മംഘൂഭായ് സി പട്ടേലാണ്, ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ഡോക്ടർ മോഹൻ യാദവ്, അതുപോലെ തന്നെ ശ്രീലങ്ക, നേപ്പാൾ, ഓസ്ട്രേലിയയിലുള്ള റെപ്രസെന്റേറ്റീവ് കാര്യങ്ങളും ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. രാമമോഹൻ റാവു അമര അപ്പോയിന്റ് ആസ് SBI's ന്യൂ മാനേജിംഗ് ഡയറക്ടർ. SBIയുടെ പുതിയ MD വന്നിട്ടുണ്ട് അല്ലേ, SBIയുടെ പുതിയ MD ആയിട്ട്, CMD അല്ല MD ആയിട്ട് ആര് വന്നിട്ടുണ്ട്, Rama Mohan Rao. The Indian government has appointed Rama Mohan Rao Amara as the new managing director of the State Bank of India for a period of 3 years. 3 വർഷത്തേക്കാണ് ഈ ഒരു നിയമനവും കാര്യങ്ങളും വന്നത്. ഓക്കെ, CS Settyയുടെ പേര് ഓർമ്മയുണ്ടാവും, അത് മാറിയിട്ടൊന്നുമില്ല. സോറി, CS Setty വിരമിച്ചതിന് ശേഷമാണ് അവിടെ ഈ ഒരു അപ്പോയിൻമെന്റ് ഒന്ന്. ഓക്കെ, CS Setty അല്ല, നമ്മൾ ഈ പറഞ്ഞ ശ്രീനിവാസിൽ. ഓക്കെ, അത് വിരമിച്ചല്ല, ഞാൻ പെട്ടെന്ന് കൺഫ്യൂഷൻ ആയതാണ്. ഇവിടെ ഞാൻ പെട്ടെന്ന് ഇവിടെ എഴുതിയിട്ട് CS Setty എന്താണ് MDയിൽ നിന്നും ചെയർമാനായി മാറിയില്ല, ആ ഒരു ഒഴിവിലേക്ക്, അങ്ങനെയാണ് അവിടെ പറഞ്ഞത്. ഓക്കെ, ദിസ് അപ്പോയിൻമെന്റ് വാസ് അപ്രൂവ്ഡ് ബൈ അപ്പോയിൻമെന്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ്. ACC ആണ് ഒരു നിയമനവും കാര്യങ്ങളും അപ്രൂവ് ചെയ്തത്. ആൻഡ് ഫോളോസ് എ റെക്കമെൻഡേഷൻ ബൈ ദ ഫൈനാൻഷ്യൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബ്യൂറോ. ACC ആണ് ഇതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എന്നിട്ട് ഫൈനൽ അപ്രൂവൽ ആയിരുന്നു ലഭിക്കും, ഫൈനാൻഷ്യൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബ്യൂറോ എന്ന്. വൺ ഓഫ് ദ MD positions in SBI fell vacant after CS Shetty assumed charge as a chairman in August 2020. 2024 ഓഗസ്റ്റ് മാസത്തിൽ CS Shetty എന്താണ് ഈ പറയുന്ന SBIയുടെ ചെയർമാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു MD പൊസിഷൻ അവിടെ വേക്കൻ്റ് ആയിരുന്നു. ആ പൊസിഷനിലേക്കാണ് രാമമോഹൻ റാവു അമര വന്നത്. SBIയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എക്കണോമിക്സിൽ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. 1955 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്യുന്നു ഇൻ ദ സെൻസ് അത് നാഷണലൈസ് ചെയ്യപ്പെടുന്നു 1955 ജൂലൈ 1. അതിന് മുൻപ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന രീതിയിൽ അതിന് മുൻപ് 3 ബാങ്കുകൾ, ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് മദ്രാസ്, ബാങ്ക് ഓഫ് ബോംബെ, 3 അമാൽഗമേറ്റ് 1921 ഇമ്പീരിയൽ ബാങ്കായി. ആ ഇമ്പീരിയൽ ബാങ്ക് നാഷണലൈസ് ചെയ്യപ്പെട്ടിട്ട് പിന്നെ എന്താണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 1955 ജൂലൈ 1 ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് മുംബൈ ആണെന്ന് കൂടെ ഓർത്തു വെച്ചാൽ മതി. ഇതാണ് കറണ്ട് സ്ട്രക്ചർ. ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന ഒരു ഇതാണ് സ്ട്രക്ചർ. ഈ ഒരു സ്ട്രക്ചർ മാറി വന്നേക്കാം, ശ്രദ്ധിക്കണം. നിങ്ങൾ കറണ്ട് അഫെയറിലെ ഫാക്ട് നിങ്ങൾ എപ്പോൾ കാണുന്നു എന്നതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ഒരു ഫാക്റ്റും കാര്യങ്ങളും. ശ്രീ ചല്ല ശ്രീനിവാസുലു ഷെട്ടി ചെയർമാനാണ്. ശ്രീ അശ്വിനി കുമാർ തെവാരി മാനേജിംഗ് ഡയറക്ടറാണ്. ശ്രീ റാണ അശുതോഷ് കുമാർ സിംഗ് മാനേജിംഗ് ഡയറക്ടറാണ്. ശ്രീ രാമമോഹൻ അമര നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പേര്. കൂടാതെ എന്താണ് രവിരഞ്ജൻ അദ്ദേഹം കൂടെ വരുന്നുണ്ട്. മേഘാലയ ടു ഹോസ്റ്റ് നാഷണൽ ഗെയിംസ് 2027 2027 അപ്കമിംഗ് ആയിട്ട് നടക്കാൻ വേണ്ടി പോകുന്ന നാഷണൽ ഗെയിംസിന് ഹോസ്റ്റ് കൺട്രി ഏതാണ്? ഹോസ്റ്റ് സിറ്റി ഏതാണ്? കൺട്രി അല്ല, സ്റ്റേറ്റ് ആണ്.
39ാമത്തെ നാഷണൽ ഗെയിംസ് ആണ് 2027 2 വർഷം കഴിഞ്ഞിട്ട് ഉണ്ടല്ലോ, ഇപ്പം പറയുമ്പോൾ 1 വർഷം കഴിഞ്ഞിട്ട് നടക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ 2025 കറണ്ട് അഫെയർ ആണല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സോ ഇപ്പം ചർച്ച ചെയ്യുന്ന 2026 ദ 2027 എഡിഷൻ വിച്ച് വിൽ ബി ഹെൽഡ് ഇൻ ഫെബ്രുവരി മാർച്ച് വിൻഡോ ഈസ് സെറ്റ് ടു ബി 39th നാഷണൽ ഗെയിംസ്. 39ാമത്തെ നാഷണൽ ഗെയിംസ് നടക്കാൻ വേണ്ടി പോവുകയാണ്. മേഘാലയ വിൽ ബി ദ ഹോസ്റ്റ് സ്റ്റേറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യമായിട്ട് മേഘാലയ എന്താണ് ഇതിൻ്റെ ആതിഥേയരായിട്ട് മാറാൻ വേണ്ടി പോവുകയാണ് അല്ലേ. ദ നാഷണൽ ഗെയിംസ് ഈസ് എൻ ഒളിമ്പിക് സ്റ്റൈൽ മൾട്ടി സ്പോർട്സ് ഇവന്റ് വേർ അത്ലറ്റ് ഫ്രം ദ വേരിയസ് സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ഓഫ് ഇന്ത്യ കോമ്പീറ്റ് ഫോർ മെഡൽ. നമ്മുടെ ഇന്ത്യയിലെ ഡിഫറൻറ്റ് സ്റ്റേറ്റ്, ഇവൻ കേരള അടക്കമുള്ള സ്റ്റേറ്റ്സ് ഇതിൽ പങ്കെടുക്കാറുണ്ട്. ദ ഗെയിംസ് വെർ ഫസ്റ്റ് ഹെൽഡ് ഇൻ ലാഹോർ അൺഡിവൈഡഡ് ഇന്ത്യ ഇൻ 1924 ആൻഡ് വെർ നോൺ ആസ് എ ഇന്ത്യൻ ഒളിമ്പിക് കൗൺസിൽ ഗെയിംസ് അണ്ടിൽ 1930. ഈ ഒരു ഗെയിംസ് ലാഹോറിൽ വെച്ചാണ് ആദ്യമായിട്ട് നടന്നത്. നമ്മുടെ അൺഡിവൈഡഡ് ഇന്ത്യ, അന്ന് അൺഡിവൈഡഡ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഇല്ല 1924 സമയത്ത്. അതുകൊണ്ട് ലാഹോർ ഇന്ത്യയുടെ ഭാഗമായിരുന്നു. അവിടെ വെച്ചിട്ടായിരുന്നു ഇതിൻ്റെ ആദ്യ ഗെയിം നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് 1938 വരെ എന്താണ് ഇന്ത്യൻ ഒളിമ്പിക് ഗെയിംസ് എന്ന പേരിലായിരുന്നു ഇത് അറിയപ്പെട്ടത്. 2025 38th നാഷണൽ ഗെയിംസ് എവിടെ വെച്ച് നടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡാണ്. ഇതിനു മുൻപ് 2023 നാഷണൽ ഗെയിംസ് ഗോവയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. 2022 ഗുജറാത്തിൽ വെച്ചിട്ടുമായിരുന്നു നടന്നത്. ഇന്ത്യ ആൻഡ് ഫ്രാൻസ് കൊളാബറേറ്റ് ടു എസ്റ്റാബ്ലിഷ് വേൾഡ്സ് ലാർജസ്റ്റ് മ്യൂസിയം. ലോകത്ത് ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും വലിയ മ്യൂസിയം എന്ന് പറയുന്നത് ഫ്രാൻസിലെ പാരീസിലെ ലോവ്രി മ്യൂസിയമാണ്. ഓക്കെ, ലോവ്രിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയം. അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഫ്രാൻസിൻ്റെ സഹായത്തോടു കൂടെ തന്നെ നമ്മുടെ ഇന്ത്യൻ ന്യൂഡൽഹിയിൽ യുഗീൻ ഭാരത് നാഷണൽ മ്യൂസിയം നിർമ്മിക്കാൻ വേണ്ടി പോവുകയാണ്. വൺസ് ഈ ഒരു മ്യൂസിയത്തിന് പണി കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായിട്ട് ഇത് മാറും. ഇന്ത്യ ആൻഡ് ഫ്രാൻസ് ആർ കൊളാബറേറ്റിംഗ് ടു ബിൽഡിംഗ് ദ യുഗീൻ ഭാരത് നാഷണൽ മ്യൂസിയം ഇൻ ന്യൂഡൽഹി വിച്ച് വിൽ ബി ദ വേൾഡ്സ് ലാർജസ്റ്റ് മ്യൂസിയം. ലോകത്തെ ഏറ്റവും വലിയ മ്യൂസിയമായിട്ട് അത് മാറാൻ വേണ്ടി പോവുകയായിരിക്കും. ദി മ്യൂസിയം വിൽ ബി ലൊക്കേറ്റഡ് ഓൺ റൈസീന ഹിൽ അക്രോസ് ഫ്രം രാഷ്ട്രപതി ഭവൻ. ഓക്കെ, രാഷ്ട്രപതി ഭവനിൽ റൈസീന ഹില്ലാണ് ഈ ഒരു മ്യൂസിയം വരുന്നത്. ദ മിനിസ്ട്രി ഓഫ് കൾച്ചർ ഇൻ പാർട്ണർഷിപ്പ് വിത്ത് ഫ്രാൻസസ് മ്യൂസിയം ഡെവലപ്മെന്റ് ആസ് ലോഞ്ച് ദിസ് അംബീഷ്യസ് പ്രൊജക്ട്. ആരാണ് ഇത് ലോഞ്ച് ചെയ്തത്? മിനിസ്ട്രി ഓഫ് കൾച്ചർ ആണല്ലേ. ആരുടെ സഹായത്തോടുകൂടെ? ഫ്രാൻസ് മ്യൂസിയം ഡെവലപ്മെന്റ് FMD എന്ന് പറയും, അംബീഷ്യസ് പ്രൊജക്ട്, അവരൊക്കെ ചേർന്നിട്ടാണ് കൊണ്ടുവന്നത്. എക്സ്പെക്ടഡ് ടു സർപ്പാസ് ലോവ്രി ഇൻ പാരീസ് ആസ് എ വേൾഡ്സ് ലാർജസ്റ്റ് മ്യൂസിയം, പാർട്ട് ഓഫ് ലാർജസ്റ്റ് സെൻട്രൽ വിസാര റീഡെവലപ്മെന്റ് പ്രൊജക്ട് ഇൻ ന്യൂഡൽഹി. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ വന്നത്. നെക്സ്റ്റ് എന്താണ്? മസാലി, ഇന്ത്യസ് ഫസ്റ്റ് ബോർഡർ സോളാർ വില്ലേജ്. നമ്മുടെ ഇന്ത്യയിൽ ആദ്യത്തെ ബോർഡർ സോളാർ വില്ലേജ് ഏതാണ്? മസാലിയാണ് അല്ലേ. റീസെൻ്റ് ആയിട്ട് വന്ന മസാലിയാണ് നമ്മുടെ ഇന്ത്യയിൽ ആദ്യത്തെ ബോർഡർ സോളാർ വില്ലേജ്. ഇന്ത്യയിൽ ആദ്യത്തെ സോളാർ വില്ലേജ് അല്ല, ഇന്ത്യൻ ബോർഡറിൽ സ്ഥിതി ചെയ്യുന്ന ആദ്യത്തെ സോളാർ വില്ലേജ് ആണ് മസാലി. എ വില്ലേജ് ഇൻ Panaksanda district of Gujarat. India is considered the country's first border solar village as it fully powered by solar energy. Complete എന്നാണ് ഈ പറയുന്ന വില്ലേജ് സോളാർ എനർജി വെച്ചിട്ടാണ് പവർ ചെയ്തിരിക്കുന്നത്. All houses in Masali have rooftop solar panels installed under the PM Suryagar Yojana, making it a self-sufficient solar കമ്മ്യൂണിറ്റി. ഈ പറയുന്ന മസാലി വില്ലേജിലും അവിടെയുള്ള എല്ലാ വീടിൻ്റെയും റൂഫ് ടോപ്പിൻ്റെ മേലെ എന്താണ് PM സൂര്യഗർ യോജന പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട സോളാർ പാനലും കാര്യങ്ങളും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലോഞ്ച് PM സൂര്യഗർ ഫ്രീ electricity scheme on February 29, 2024 to increase the share of solar rooftop capacity and empower residential households to generate their own electricity. ഈ പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അവർക്ക് തന്നെ അവരുടെ ആവശ്യങ്ങൾക്ക് ഗാർഹിക ഉപഭോഗത്തിനുള്ള ഇലക്ട്രിസിറ്റിയും കാര്യങ്ങളും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ബാക്കിയുള്ള നമ്മുടെ ഇപ്പം കേരളത്തിലൊക്കെ ആണെങ്കിൽ ബാക്കിയുള്ളത് KSEBക്ക് ഒക്കെ കൊടുക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ടല്ലേ. അതെങ്ങനെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, കേൾക്കാറുണ്ട്. ഇതിൻ്റെ ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ 75,021 കോടി രൂപയായിരുന്നു. 2026-27 വർഷത്തിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത്. സൽമാൻ ഖാൻ നെയ്മഡ് ബ്രാൻഡ് അംബാസഡർ ഫോർ കൊക്കോ വേൾഡ് കപ്പ്. റീസെൻ്റ് ആയിട്ട് കൊക്കോ വേൾഡ് കപ്പ് നമ്മുടെ ഇന്ത്യയിൽ വെച്ച് നടന്ന കാര്യം നമുക്കറിയാം അല്ലേ. ബോളിവുഡ് ആക്ടർ സൽമാൻ ഖാൻ വാസ് നെയ്മഡ് ദ ബ്രാൻഡ് അംബാസഡർ ഫോർ ദ ഫസ്റ്റ് എവർ കൊക്കോ വേൾഡ് കപ്പ്. ആദ്യമായിട്ട് കൊക്കോ വേൾഡ് കപ്പ് നടന്ന സമയത്ത് അതിലെന്താണ് ബോളിവുഡ് ആക്ടറായുള്ള സൽമാൻ ഖാൻ ഈ പറഞ്ഞതുപോലെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് വന്നിട്ടുണ്ട്. ദ കൊക്കോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അനൗൺസ്ഡ് സൽമാൻ ഖാൻ ആസ് ദ ബ്രാൻഡ് അംബാസഡർ ഫോർ ദ ടൂർണമെന്റ്. ഈ ടൂർണമെന്റ് ബ്രാൻഡ് അംബാസഡർ ആയിട്ട് ആര് വന്നു? സൽമാൻ ഖാൻ വന്നു. ദിസ് ഫസ്റ്റ് കൊക്കോ വേൾഡ് കപ്പ് ടുക്ക് പ്ലേസ് ഇൻ ന്യൂഡൽഹി ഫ്രം January 13 to 19, 2025. 2025 ജനുവരി 13 തൊട്ട് 19 വരെ നടന്നു. കൊക്കോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് സുധാൻഷു മിറ്റലാണ്. ഇന്ത്യ വൺ ബോത്ത് മെൻസ് ആൻഡ് വുമൻസ് ടൈറ്റിൽ ഇൻ ദ ഇനോഗ്രൽ എഡിഷൻ വൈൽ സ്റ്റേയിങ് അൺബീറ്റൺ ത്രൂ ഔട്ട് ദ
ടൂർണമെൻറ്റ്, അതായത് മെൻസ് ആയാലും വുമൻസ് ആയാലും കാറ്റഗറിയിൽ നമ്മുടെ ഇന്ത്യ തന്നെയാണ് വിജയിച്ചത്. സൽമാൻ ഖാൻ കഴിഞ്ഞപ്പോൾ ആര് വന്നു? കത്രീന കൈഫ് വന്നു. ഓക്കെ, കത്രീന കൈഫ് അപ്പോയിന്റഡ് ഗ്ലോബൽ ടൂറിസം അംബാസഡർ ഫോർ മാൽദീവ്സ്. നമ്മുടെ ഇന്ത്യയുടേതല്ലാതെ മറ്റൊരു രാജ്യത്തിൻ്റെ ഗ്ലോബൽ ടൂറിസം അംബാസഡറായിട്ട് നമ്മുടെ ഇന്ത്യക്കാർ വരുന്ന സമയത്ത് ചോദിക്കാറുണ്ട്. ഇന്ത്യക്കാരെയുള്ള കത്രീന കൈഫ് എന്താണ് ഈ പറഞ്ഞതുപോലെ തന്നെ ബ്രാൻഡ് അംബാസഡറായിട്ട് വന്നു. ഇതൊക്കെ അപ്പോയിൻമെന്റിൽ പെടുന്നതാണ്. ബ്രാൻഡ് അംബാസഡർ വേറെ തന്നെയാണ്, എനിക്കറിയാം. ബട്ട് ബ്രാൻഡ് അംബാസഡർ അപ്പോയിൻമെന്റ് എന്ന രീതിയിൽ പറയുകയാണ്. മൊത്തത്തിൽ അപ്പോയിൻമെന്റ് എന്ന രീതിയിൽ നമുക്ക് നോക്കാം. ഓരോന്ന് ക്ലാസിഫൈ ചെയ്യുന്നില്ല, ഒരുപാട് കാറ്റഗറീസ് ആയിട്ട് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്നില്ല. അപ്പോയിൻമെന്റ് ഇതൊക്കെ നിയമനങ്ങളാണ് അല്ലേ. സോ ബ്രാൻഡ് അംബാസഡറുള്ള നിയമനങ്ങളാണ്. കത്രീന കൈഫ് ഹാസ് ബീൻ നെയ്മഡ് ആസ് എ global brand ambassador for Maldives tourism, describing her as a globally recognized icon, a distinguished performer, and an award-winning entrepreneur. Maldives' decision to make Katrina Kaif its global brand ambassador for tourism comes just a month ahead of Prime Minister Narendra Modi's visit to the nation, signaling a thaw in relations between the two countries after a period of diplomatic tensions earlier last year. So മാൽദീവ്സും ഇന്ത്യയുമുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇങ്ങനെ നിയമനമൊക്കെ വന്നത്. നമ്മുടെ ഫേവറേറ്റ് ഫുഡിംഗ് ബ്രാൻഡ്സിൽ 2 പേരാണ് സൊമാറ്റോയും സ്വിഗ്ഗി അല്ലേ. അതിൽ സൊമാറ്റോ എന്താണ് അവരുടെ ബ്രാൻഡ് അംബാസഡറായിട്ട് ഷാറൂഖ് ഖാനെ നിയമിച്ച കാര്യമാണ്. സൊമാറ്റോ ഹാസ് ഒഫീഷ്യലി അനൗൺസ്ഡ് ഷാറൂഖ് ഖാൻ ആസ് ദ ന്യൂ ബ്രാൻഡ് അംബാസഡർ. സൊമാറ്റോയുടെ പുതിയ ബ്രാൻഡ് അംബാസഡറായിട്ട് ആര് വന്നു? ഷാറൂഖ് ഖാൻ വന്നു. എറ്റേണൽ, ദ പാരന്റ് കമ്പനി ഓഫ് സൊമാറ്റോ. സൊമാറ്റോയുടെ പാരന്റ് കമ്പനി ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് എറ്റേണൽ ആണ്. ഓക്കെ, അപ്പോയിന്റഡ് ആദിത്യ മംഗളാസ് ന്യൂ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ഇറ്റ്സ് ഫുഡ് ഓർഡറിംഗ് ഡെലിവറി ബിസിനസ്. അങ്ങനെ ആദിത്യ മംഗല അവരുടെ CEO ആയിട്ട് നിയമിച്ചതിന് ശേഷമാണ് ഈ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വന്നത്. മംഗല ഓൾറെഡി ഉണ്ടായിരുന്ന രാകേഷ് രഞ്ജനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് CEO ആയിട്ട് വന്നത്. അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഗ്രൂപ്പ് ക്യാപ്റ്റൻ സുഭാൻഷു ശുക്ല അപ്പോയിന്റഡ് ബ്രാൻഡ് അംബാസഡർ ബിൽഡത്തോൺ 2025. 2025 ബിൽഡത്തോൺ, വികസിത് ഭാരത് ബിൽഡത്തോൺ 2025 എന്ന് പറയും. അതിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് ആര് വന്നു? കുട്ടികളെയൊക്കെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ബ്രാൻഡ് അംബാസഡറായിട്ട് സുഭാൻഷു ശുക്ല വന്നിട്ടുണ്ട്. ദ Ministry of Education, in collaboration with Adult Innovation Mission, Nidhi Aayog has launched the Vikasit Bharat 2025. The Buildathon offers unique platform for students of grade 6 to 12. എത്ര ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട നേട്ടങ്ങൾ എന്ന് ചോദിച്ചാൽ 6 തൊട്ട് 12 വരെയാണ്. പ്രദീപ് ഫോസ്ഫേറ്റ് സയൻസ്, രാഹുൽ ദ്രാവിഡാസ് ബ്രാൻഡ് അംബാസഡർ, മറ്റൊരു ബ്രാൻഡ് അംബാസഡർ ആണ് അല്ലേ. പ്രദീപ് ഫോസ്ഫേറ്റ്സ് വളരെ ഫേമസ് ആയിട്ടുള്ള ഫെർട്ടിലൈസർ സെല്ലിംഗ് ബ്രാൻഡാണ് പ്രദീപ് ഫോസ്ഫേറ്റ്. സോ അവരെന്താണ് നമ്മുടെ മുൻ ക്രിക്കറ്ററായിട്ടുള്ള രാഹുൽ ദ്രാവിഡിനെ അവരുടെ ബ്രാൻഡ് അംബാസഡറായിട്ട് കൊണ്ടുവന്നു. ക്രിക്കറ്റിംഗ് ഐക്കൺ രാഹുൽ ദ്രാവിഡ് ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് എ ബ്രാൻഡ് അംബാസഡർ ഫോർ പ്രദീപ് ഫോസ്ഫേറ്റ് ലിമിറ്റഡ്, വൺ ഓഫ് ഇന്ത്യാസ് ലീഡിംഗ് ഫെർട്ടിലൈസർ കമ്പനി. നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ഫെർട്ടിലൈസർ കമ്പനി കൂടിയാണ്. ദ മൂവ് അലൈൻ വിത്ത് ബ്രോഡർ government efforts such as National Mission of Sustainable Agriculture, PM Pranam Program for Restoration, Awareness, Nourishment and Amelioration of Mother Earth. സോ ഇത്തരത്തിലുള്ള വിവിധ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തെ എന്താണ് ബ്രാൻഡ് അംബാസഡറായിട്ട് കൊണ്ടുവന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, അതിൽ ടൈറ്റിൽ വിട്ടു അല്ലേ, കുഴപ്പമില്ല. ദ 100th എഡിഷൻ ഓഫ് ടാൻസൻ സംഗീത സംരോഹം. 1924 ടാൻസ് സംഗീത് സംരോഹം നടക്കുന്നത് അല്ലേ. സോ 2024 ഡിസംബർ ലാസ്റ്റ് ജനുവരി ആ ഒരു സമയത്തായിട്ടാണ് മെയിനായിട്ട് ഡിസംബർ 15 തൊട്ട് 19 വരെയാണ്. സോ 2025 കറണ്ട് അഫയറിൽ നമ്മൾ ആഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ചോദിക്കാറുണ്ട് എവിടെ വെച്ച് നടന്നു എന്ന് കഴിഞ്ഞ പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുണ്ട്. മധ്യപ്രദേശിലെ ഗ്വാളിയോറിൽ വെച്ചിട്ടാണ് ടാൻസൻ സംരോഹ് നടക്കുന്നത്. ദ 100th ടാൻസൻ സംഗീത് സംരോഹ് വാസ് ഹെൽഡ് ഇൻ ഗ്വാളിയോർ, മധ്യപ്രദേശ് ഫ്രം December 15 to December 19, 2024. 2024 ഡിസംബർ 15 തൊട്ടിട്ട് ഡിസംബർ 19 വരെ മധ്യപ്രദേശ് ഗ്വാളിയോറിൽ വെച്ചിട്ടാണ് 100ാമത്തെ ടാൻസൻ സംഗീത സംരോഹം നടക്കുന്നത്. ദ ടാൻസൻ സെറിമണി വാസ് സ്റ്റാർട്ടഡ് ഇൻ ദ ഇയർ 1924. 1924 ടാൻസൻ സെറിമണി നടക്കുന്നത്. ദ ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ് ദ ലെഗസി ഓഫ് ലെജൻഡറി ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസീഷ്യൻ ടാൻസൻ. വളരെ ഫേമസ് ആയിട്ടുള്ള ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസീഷ്യനുള്ള ടാൻസൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ നടക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഫെസ്റ്റിവൽ തന്നെ കണ്ടക്ട് ചെയ്യുന്നത്. ദ ഇവന്റ് ടുക്ക് പ്ലേസ് അറ്റ് ടാൻസൻ ടോംബ് ഇൻ ഗ്വാളിയോർ, മധ്യപ്രദേശ്, ആൻഡ് വാസ് ഇനോഗ്രേറ്റഡ് ബൈ ചീഫ് മിനിസ്റ്റർ ഓഫ് മധ്യപ്രദേശ് മോഹൻ യാദവ്. ഓക്കെ, ടാൻസൻ ടോംബ് ഇൻ ഗ്വാളിയോർ, മധ്യപ്രദേശിലെ ഗ്വാളിയോറിലെ ടാൻസൻ ടോംബ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ശവകുടീരത്തിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ഈ ഒരു സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന മോഹൻ യാദവാണ് ഇത് ഇനോഗ്രേറ്റ് ഒക്കെ ചെയ്തത്. ഇതിൽ 2 അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഒന്ന് നാഷണൽ രാജാ മാൻസിംഗ് തോമർ അവാർഡ് ചോദിക്കാറുണ്ട്. നാഷണൽ രാജാ മാൻസിംഗ് തോമർ അവാർഡ് 2025 ലഭിച്ചു. 2024 ലഭിച്ചത് സൻസദ് ന്യാസ് ഇൻഡോറിനും. നാഷണൽ ടാൻസൻ അവാർഡ് ലഭിച്ചത് പണ്ഡിറ്റ് സ്വപ്ൻ ചൗധരിക്കുമാണ്. അത് രണ്ടും ഒന്ന് ഓർത്തു വയ്ക്കാം. ഇന്ത്യ റാങ്ക്സ് 39th in travel and
ടൂറിസം ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2024. 2024 ട്രാവൽ ആൻഡ് ടൂറിസം ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2025 പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ റാങ്കിങ് എത്രാമതാണ്? 39ാമതാണ്. ഇന്ത്യ വാസ് റാങ്ക്ഡ് 39th in 2024 ട്രാവൽ ആൻഡ് ടൂറിസം ഡെവലപ്മെന്റ് ഇൻഡെക്സ്. ദിസ് വാസ് അനൗൺസ്ഡ് ബൈ വേൾഡ് എക്കണോമിക് ഫോറം ഓൺ December 20, 2024. India's rank improved 54th in 2021. India's top ranked country in South Asia. South Asia top ranked country ആയിട്ട് മാറിയിട്ടുണ്ട്. അതിന് ഡെയിലി ഒരു ഇൻഡെക്സ് കയറി വന്നല്ലേ, കുഴപ്പമില്ല. ഓക്കെ, ലാസ്റ്റ് 1-2 കാര്യങ്ങൾ വരും. നെക്സ്റ്റ് ഒരു ഒബിഷ്വറി കൂടിയാണ്. ഫോമർ ഹരിയാന ചീഫ് മിനിസ്റ്റർ ഓം പ്രകാശ് ചൗധല passes away. Om Prakash Chaudhary was an Indian politician who served as a chief minister of Haryana from 1999 to 2005. 1999 തൊട്ട് 2005 വരെ ഹരിയാനയുടെ മുൻ മുഖ്യമന്ത്രിയാണെന്ന വ്യക്തിയാണ്. ഇന്ത്യൻ നാഷണൽ ലോക്ദളിന്റെ മുൻ അംഗം കൂടിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ 5 തവണ ഹരിയാനയുടെ മുഖ്യമന്ത്രിയായിട്ട് പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ്. തീഹാർ ജയിലിൽ പോയിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ തീഹാർ ജയിലിലെ പ്രസിഡന്റായിട്ട് മാറിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി കൂടിയാണ്. 89ാമത്തെ വയസ്സിലാണ് അദ്ദേഹം തീഹാർ ജയിലിലേക്ക് പോകേണ്ടതായിട്ട് വന്നത്. അതുപോലെ തന്നെ MP ആയിട്ടുണ്ടായിരുന്ന ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസി ഹിസാർ കോൺസ്റ്റിറ്റ്യുവൻസിൽ നിന്ന് MP ആയിട്ടൊക്കെ പോയ വ്യക്തിയാണ്. ഇതിൽ ലാസ്റ്റ് 2 കാര്യങ്ങൾ എക്സ്ട്രാ കയറി വന്നിട്ടുണ്ടല്ലേ. ബാക്കിയൊക്കെ ഇത് 2 കാര്യമല്ല, ഇവിടെ വരെ ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു കാര്യങ്ങൾ എക്സ്ട്രാ കയറി വന്നതാണ്. കുഴപ്പമില്ല. ഇത്രയും കാര്യങ്ങൾ അപ്പോയിൻമെന്റ്സുമായിട്ട് ബന്ധപ്പെടുന്ന ഓർത്തു വെച്ചാൽ മതി. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രധാനപ്പെട്ട ഡേയ്സും അതുപോലെ തന്നെ ആ ഒരു ഡേയ്സുമായിട്ട് ബന്ധപ്പെട്ട തീംസ് ചോദിക്കാറുണ്ട് നമുക്ക് സ്ഥിരം പരീക്ഷകൾക്ക് അല്ലേ. ഓരോ ഡേയുമായിട്ട് ബന്ധപ്പെട്ട് മുൻപൊക്കെ ആയിരുന്നെങ്കിൽ ഡേയ്സ് മാത്രം എന്നായിരുന്നു എൻവയോൺമെന്റ് ഡേ, അതുപോലെ എന്നായിരുന്നു വാട്ടർ ഡേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് മാത്രമല്ല, തീമും അതിനോടനുബന്ധിച്ച കാര്യങ്ങളും ഇവൺ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് വരെ 3-4 ചോദ്യങ്ങൾ വരാറുണ്ട്. സോ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നെക്സ്റ്റ് നമുക്ക് നോക്കാം. ആദ്യത്തെ എന്താണ്? ഫസ്റ്റ് എവർ വേൾഡ് മെഡിറ്റേഷൻ ഡേ 21 December 2024. ലോകത്ത് ആദ്യമായിട്ടൊരു മെഡിറ്റേഷൻ ഡേ വരികയാണ്. മെഡിറ്റേഷൻ നമുക്കറിയാം അല്ലേ, യോഗയൊക്കെ പോലെ തന്നെ എന്താണ്, നമ്മൾ കുറേ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. അതാണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. സോ December 21 നമ്മൾ വേൾഡ് മെഡിറ്റേഷൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. 2024 ഇയർ തൊട്ടിട്ടാണ് ലോകത്ത് ആദ്യമായിട്ട് മെഡിറ്റേഷൻ ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങിയുള്ളത്. സോ 2024, 2025 വർഷങ്ങളിലൊക്കെ ആയിട്ട് ഈ പറയുന്ന വേൾഡ് മെഡിറ്റേഷൻ ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഓൺ 21 December 2024 ദ വേൾഡ് സെലിബ്രേറ്റഡ് ഫസ്റ്റ് എവർ വേൾഡ് മെഡിറ്റേഷൻ ഡേ. ആദ്യത്തെ വേൾഡ് മെഡിറ്റേഷൻ ഡേ എന്നായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കണം. ദിസ് ആനുവൽ സെലിബ്രേഷൻ ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ഫോളോയിങ് എ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ യുണൈറ്റഡ് നാഷൻസ് ജനറൽ അസംബ്ലി ഓൺ 29th November 2024. 2024 നവംബർ 29 UN ജനറൽ അസംബ്ലിയുടെ ഒരു റെസൊല്യൂഷൻ പാസ്സായതോടുകൂടിയാണ് ഈ ഒരു ദിനം ആദ്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങാൻ വേണ്ടി തീരുമാനിക്കുന്നത്. തീം ഈ വർഷമല്ല, 2024 വർഷം. 2025 തീം നമുക്ക് നോക്കാം. 2024 വർഷത്തെ തീം മെഡിറ്റേഷൻ ഫോർ ഗ്ലോബൽ പീസ് ആൻഡ് ഹാർമണി എന്താണ്? മെഡിറ്റേഷൻ ഫോർ ഗ്ലോബൽ പീസ് ആൻഡ് ഹാർമണി. നെക്സ്റ്റ് വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ 2025 ആണ്. വെറ്റ്ലാൻഡ്സ് ഡേ അല്ലേ. സോ തണ്ണീർത്തട ദിനം, മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ എന്താണ്? വെറ്റ്ലാൻഡ്സ് എന്ന് പറയുമ്പോൾ ലോക തണ്ണീർത്തട ദിനമെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. വെറ്റ്ലാൻഡ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൺസർവേഷനും കാര്യങ്ങളും, റംസാർ കൺസർവേഷനും കാര്യങ്ങളും. സോ വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ ഈസ് സെലിബ്രേറ്റഡ് എവറി ഇയർ ഓൺ 2nd February. എല്ലാ വർഷവും February 2 നമ്മൾ എന്ത് സെലിബ്രേറ്റ് ചെയ്യുന്നത്? വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ലോകത്ത് ആദ്യമായിട്ട് ഈ പറഞ്ഞ വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് 1997 1997 ലോകത്ത് ആദ്യമായിട്ടൊരു വെറ്റ്ലാൻഡ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. The day was chosen as World Wetlands Day officially on 30th August 2021 under the resolution 75/317 adopted at UN General Assembly. So 2021 ഓഗസ്റ്റ് 30 വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ ഒഫീഷ്യലി അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി, അന്നാണ് ആദ്യമായിട്ട് തുടങ്ങിയെന്നല്ല, ഒഫീഷ്യലി അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് UN ജനറൽ അസംബ്ലി തീരുമാനിക്കുന്നത്. സോ നമുക്ക് ലാസ്റ്റ് വന്നുള്ളത് 2026 വെറ്റ്ലാൻഡ്സ് ഡേ ആണ്. അത് നമുക്ക് എന്തായാലും റെഗുലർ കറണ്ട് അഫെയറിൽ നമ്മൾ ചർച്ച ചെയ്യും. സോ 2025 വെറ്റ്ലാൻഡ്സ് ഡേ ആണ് നമ്മൾ ഈ ഒരു സീരീസുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്നത്. 2025 വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേയുടെ തീം എന്താണ്? പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ എന്നാണ്. പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ എന്നാണ്. ദ യൂണിയൻ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഓർഗനൈസ്ഡ് ദ വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ 2025 സെലിബ്രേഷൻ അറ്റ് പാർവതി ആർഘ റംസാർ സൈറ്റ് ഗോണ്ട ഉത്തർപ്രദേശ് ഓൺ 2nd February 2025. എവിടെ വെച്ചിട്ടാണ്? UP ഗോണ്ടയിൽ വെച്ചിട്ടാണ് 2025 ഈ ഒരു സെലിബ്രേഷനും കാര്യങ്ങളും നടന്നത്. ഇനി February 2 വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ ആണെങ്കിൽ February 4 എന്താണ്?
വേൾഡ് ക്യാൻസർ ഡേ ആണ് അല്ലേ. ലോക ക്യാൻസർ ദിനമാണ് ഫെബ്രുവരി 4 തീയതിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലെ ആചരിക്കുന്നത്. വേൾഡ് ക്യാൻസർ ഡേ ഒബ്സർവ്ഡ് ആനുവലി ഓൺ February 4th ഈസ് എ ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് ലെഡ് ബൈ യൂണിയൻ ഫോർ ഇന്റർനാഷണൽ ക്യാൻസർ കൺട്രോൾ. നമ്മൾ UICC എന്ന് പറയും, ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട അന്താരാഷ്ട്ര സംഘടനയാണ് UICC അഥവാ യൂണിയൻ ഫോർ ഇന്റർനാഷണൽ ക്യാൻസർ കൺട്രോൾ. മെയിനായിട്ട് ക്യാൻസറിനെ കുറിച്ചുള്ള അവബോധവും കാര്യങ്ങളും പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. തീം ചോദിച്ചാൽ 2025 തീം എന്തായാലും ചെയ്യും, സംശയമൊന്നുമില്ല. 2025 തീം ചെയ്യും യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നതാണ് 2025 വേൾഡ് ക്യാൻസർ ഡേയുടെ തീം വരുന്നത്. ദ തീം ഓഫ് വേൾഡ് ക്യാൻസർ ഡേ 2025 എന്താണ്? യുണൈറ്റഡ് ബൈ യുണീക്ക് ആണ്. 2024 തീം ചോദിക്കുകയാണെങ്കിൽ നമുക്കിപ്പം 2026 തീം അടക്കം വന്നിട്ടുണ്ട്. സോ അതിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, കാരണം നമ്മൾ 2025 ചർച്ച ചെയ്യുന്നത്, എല്ലാം കൂടെ മിക്സ് ആക്കുന്നില്ല ഞാൻ. അത് ആ ഒരു സമയങ്ങൾ നമ്മൾ നോക്കും. ടുഗദർ വി ചലഞ്ച് ദോസ് ഇൻ പവർ എന്നാണ് 2024 തീം. വേൾഡ് ക്യാൻസർ ഡേ 2000 ഫെബ്രുവരി 4 തീയതി തൊട്ടിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. ഈ ഒരു ദിനം ഫൗണ്ട് ചെയ്തത് യൂണിയൻ ഫോർ ഇന്റർനാഷണൽ ക്യാൻസർ കൺട്രോൾ ആണ്. ക്യാൻസർ ഫൈറ്റ് അല്ലെങ്കിൽ ക്യാൻസറിന്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഫൈറ്റ് എന്ന രീതിയിലാണ് ആരംഭിച്ചത്. വേൾഡ് ബ്രെയിലി ഡേ 2025. വേൾഡ് ബ്രെയിലി ഡേ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്താണ് ബ്രെയിൻ ലിപിയും കാര്യങ്ങൾ നിങ്ങൾ കേട്ടില്ല. സോ ജനുവരി 4 തീയതി നമ്മൾ ഈ പഠിക്കുന്ന കാര്യം എല്ലാം മോഡേൺ ആണെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ വിചാരിക്കേണ്ട ഫെബ്രുവരി ആയിട്ട് ജനുവരി ആണോ എന്ന് വിചാരിക്കേണ്ട. നമ്മൾ ആ ഒരു കാര്യങ്ങൾ പഠിച്ചു പോകുന്നു എന്ന് മാത്രമല്ല, എല്ലാം മിക്സറായിട്ടാണ്. കുറച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പാറ്റേൺ ഒക്കെ മാറി കംപ്ലീറ്റ് നമ്മൾ മിസ്ലേനിയസ് ഫാക്ട്സ് എന്ന രീതിയിലേക്ക് അടക്കം അവിടെ നമ്മൾ പറഞ്ഞ അപ്പോയിൻമെന്റും കാര്യങ്ങളും. അതുപോലെ തന്നെ ആദ്യം നമ്മൾ അതിനിടയിൽ നമ്മൾ അവാർഡ്സ് ആയിരുന്നു കഴിഞ്ഞ ആ ഒരു ഭാഗത്ത് പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അവസാനം അപ്പോയിൻമെന്റ്സിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇടയ്ക്ക് മിക്സായി പോയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് പഠിക്കേണ്ട ഫാക്ട്സ് ആണ്. അവിടെ ഇപ്പോൾ ഒന്ന് മിക്സായി പോയെന്ന് വിചാരിച്ച് പ്രശ്നമൊന്നുമില്ല. അവിടെ തെറ്റിദ്ധരിക്കേണ്ട. ആക്ച്വലി ഈ ഒരു ക്ലാസ് നമ്മുടെ 12 മണിക്കൂറിൻ്റെ ക്ലാസ് ആണല്ലോ. സോ ഇന്ന് റെക്കോർഡ് ചെയ്ത് അതിനെ ബാക്കി അങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന പോകുന്ന സമയത്ത് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മിസ്പ്ലേസ് ആവുന്നതാണ്. സോ അത് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. കാര്യം മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു. ചിലർ വിചാരിക്കുന്നുണ്ട് അവാർഡ്സും പറഞ്ഞു വന്ന് എങ്ങനെയാണ് അപ്പോയിൻമെന്റ്സിൽ എത്തിയെന്ന് വിചാരിക്കുന്നുണ്ട്. സോ അത് അവിടെ നിൽക്കട്ടെ. അപ്പോയിൻമെന്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ തന്നെ നോക്കാനുണ്ട്. വേൾഡ് ബ്രെയിലി ഡേ എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് 4th ജനുവരി ആണ് അല്ലേ. അതവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ദ ഡേ കോമംപറേറ്റ്സ് ദ ബർത്ത് ഓഫ് ലൂയിസ് ബ്രെയിലി. ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ്? ലൂയിസ് ബ്രെയിലി. ആ ഒരു അപ്പോയിൻമെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദ ഡേ കോമംപറേറ്റ്സ് ദ ബർത്ത് ഓഫ് ലൂയിസ് ബ്രെയിലി, ദ ഇൻവെന്റർ ഓഫ് ബ്രെയിലി, എ tactile code that empowers blind and visually impaired individual to access a റിട്ടേൺ ഇൻഫർമേഷൻ. ഈ ഒരു ബ്രെയിലി സിസ്റ്റം ആദ്യമായിട്ട് വരുന്ന 1829 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബ്ലൈൻഡ് യൂത്ത് ആണ് ഈ ഒരു ദിനവും കാര്യങ്ങളും അഡോപ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് UN എന്താണ് 2019 ഓൺവേർഡ്സ് ഈ ഒരു ദിനം എന്താണ് റെക്കഗ്നൈസും ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ്? നാഷണൽ വോട്ടേഴ്സ് ഡേ 2025. കഴിഞ്ഞ NTPC പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ചോദ്യം എന്ന് പറഞ്ഞ വോട്ടേഴ്സ് ഡേയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ദ 15th നാഷണൽ വോട്ടേഴ്സ് ഡേ. എത്രാമത്തെ നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ് 2025 നടന്നത്? 15ാമത്തെ നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ് അല്ലേ. ജനുവരി 25 തീയതിയാണ്. ദ 15th നാഷണൽ വോട്ടേഴ്സ് ഡേ ഓൺ 25th ജനുവരി 2025 മാർക്സ് 75 years ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. 1950 ജനുവരി 25 തീയതിയാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്താണ് ഫോം ചെയ്യപ്പെടുന്നത്. ദ 15th നാഷണൽ വോട്ടേഴ്സ് ഡേ on 25th January 2025 marks 75 years of the Election Commission of India. Election Commission of India 75 വർഷങ്ങളാണ് അല്ലേ. സെലിബ്രേറ്റഡ് ആനുവലി on 25th January since 2011 to commemorate the establishment of Election Commission of India on 25th January 1950, a day before India became a റിപ്പബ്ലിക്. 1950 ജനുവരി 25 തീയതി 1950 ജനുവരി 26 തീയതി അല്ലേ ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നത്. സോ അതിനൊരു ദിവസം മുന്നെയാണ് നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. എയിംസ് ടു promote voter awareness, inspire participation and honor new voters. ഈ പറയുന്ന ന്യൂ വോട്ടേഴ്സിനൊക്കെ എന്താണ് വോട്ടിങ്ങിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരിക, വോട്ടിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുക, വോട്ടിംഗ് എന്ന് പറഞ്ഞ ലീഗൽ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുക, ഇതൊക്കെ തന്നെയാണ്. സോ 2025 വോട്ടേഴ്സ് ഡേയുടെ തീം നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ എന്നാണ്. ഇത് പല ആവർത്തി ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞു. നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ എന്നാണ് തീം. ഇനി ജനുവരി 25 തീയതി തന്നെ നമുക്ക് എന്താണ് നാഷണൽ ടൂറിസം ഡേ കൂടെ വരുന്നുണ്ട്. നാഷണൽ ടൂറിസം ഡേ 2025 തീം ചോദിച്ചാൽ ടൂറിസം ഫോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നതാണ് തീം. ഇനി നാഷണൽ ഗേൾ ചൈൽഡ് ഡേ വരുന്നുണ്ട് ജനുവരി മാസത്തിലാണ്. ജനുവരി 24 തീയതിയാണ് നമ്മൾ നാഷണൽ ഗേൾ ചൈൽഡ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, മാറിപ്പോയത്. നാഷണൽ ഗേൾ ചൈൽഡ് ഡേ ജനുവരി 24 തീയതിയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ജനുവരി 24th is celebrated as a national girl child day in India to create public awareness about
ഇനീക്വിറ്റീസ് ദാറ്റ് ഗേൾസ് ഫേസ് ഇൻ സൊസൈറ്റി. സമൂഹത്തിൽ എന്താണ് പെൺകുട്ടികൾ നേരിടേണ്ടി വരുന്ന ഇനീക്വിറ്റീസ് അല്ലെങ്കിൽ അതുപോലുള്ള ഇനീക്വാളിറ്റീസ് കാര്യങ്ങളിലെ അതിനെ തന്നെയാണ് നാഷണൽ ഗേൾ ചൈൽഡ് ഡേ ഹൈലൈറ്റ് ചെയ്യുന്നത്. 2008 മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആണ് ആദ്യമായിട്ട് നാഷണൽ ഗേൾ ചൈൽഡ് ഡേ ഇത്തരത്തിൽ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. നാഷണൽ ഗേൾ ചൈൽഡ് ഡേ 2025 is being celebrated on January 24th, marking its 17th edition since its inception in 2008. 2008 ആരംഭിച്ചതിന് ശേഷം അതിന്റെ 17ാമത്തെ എഡിഷൻ ആണ് നാഷണൽ ഗേൾ ചൈൽഡ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. തീം ചോദിച്ചാൽ 2025 തീം ചോദിച്ചാൽ എംപവറിംഗ് ഗേൾസ് ഫോർ ബ്രൈറ്റ് ഫ്യൂച്ചർ എന്നാണ്. എന്താണ് എംപവറിംഗ് ഗേൾസ് ഫോർ ബ്രൈറ്റ് ഫ്യൂച്ചർ എന്നാണ് 2025 നാഷണൽ ഗേൾ ചൈൽഡ് ഡേയുടെ തീം. ഇനി സമ്മാൻ സഞ്ജീവിനി ആപ്പ് അൺവീൽഡ് ഓൺ നാഷണൽ ഗേൾ ചൈൽഡ് ഡേ. ചോദ്യം വരാം, സമ്മാൻ സഞ്ജീവിനി ആപ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെ ഏത് പ്രധാനപ്പെട്ട ദിനത്തിലാണിത് ലോഞ്ച് ചെയ്തത്, അൺവെയിൽ ചെയ്തതെന്നൊക്കെ ചോദിക്കാം. സോ സമ്മാൻ സഞ്ജീവിനി ആപ്പ് അൺവെയിൽ ചെയ്യപ്പെടുന്ന നാഷണൽ ഗേൾ ചൈൽഡ് ഡേയിലാണ്. എവറി ഇയർ ദ വേൾഡ് കംസ് ടുഗദർ ടു സെലിബ്രേറ്റ് ഇന്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ ആണ് ജനുവരി 24. എല്ലാ വർഷവും എന്താണ് ജനുവരി 24 നമ്മൾ ഇന്റർനാഷണൽ ഇയർ ഓഫ് എഡ്യൂക്കേഷൻ ആയിട്ട് കൂടെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. കൂടെ നാഷണൽ ഗേൾ ചൈൽഡ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം ജനുവരി 24 നമ്മൾ ടൂറിസവും അതുപോലെ വോട്ടേഴ്സ് ഡേ പറഞ്ഞതിൽ രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് പഠിച്ചാലും ഇന്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ ആയിട്ടും നാഷണൽ ഗേൾ ചൈൽഡ് ഡേ ആയിട്ടും ജനുവരി 24 സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇന്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ്റെ തീം ചോദിച്ചാൽ AI ആൻഡ് എഡ്യൂക്കേഷൻ പ്രിസർവിംഗ് ഹ്യൂമൻ ഏജൻസി ഇൻ എ വേൾഡ് ഓട്ടോമേഷൻ എന്നാണ്. ഓക്കെ, AI ആൻഡ് എഡ്യൂക്കേഷൻ പ്രിസർവിംഗ് ഹ്യൂമൻ ഏജൻസി ഇൻ എ വേൾഡ് ഓഫ് ഓട്ടോമേഷൻ എന്നാണ് തീം. ഇനി ഗേൾ ചൈൽഡുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക് അവിടെയുള്ള പ്രധാനപ്പെട്ട പദ്ധതികൾ നോക്കണം അല്ലേ. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ഉണ്ട്, സുകന്യ സമൃദ്ധി സ്കീം ഉണ്ട്, സ്കീം ഫോർ അഡോളസന്റ് ഗേൾസ് ഉണ്ട്, പോഷൻ അഭിയാൻ ഉണ്ട്, അതുപോലെ തന്നെ NSIGSC ഉണ്ട്, സ്കീം ഫോർ പ്രൊമോഷൻ ഓഫ് മെൻസ്ട്രൽ ഹൈജീൻ ഉണ്ട്, മിഷൻ വാത്സല്യ സ്കീം ഉണ്ട്, ഉഡാൻ ഉണ്ട്. അങ്ങനെ വിവിധ പദ്ധതികൾ എന്താണ് ഇത്തരത്തിൽ വരുന്നുണ്ട് അല്ലേ. അതിൽ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഓടിച്ചു പോവാം. ഇതൊക്കെ നമ്മൾ നോർമൽ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ നോക്കുകയാണെങ്കിൽ 2015 ജനുവരി 22 ലോഞ്ച് ചെയ്യപ്പെട്ടത്. മെയിനായിട്ട് ഇത്തരത്തിൽ എന്താണ് സ്ത്രീ പുരുഷ അനുപാതത്തിൽ വരുന്ന വ്യത്യാസങ്ങളും കാര്യങ്ങളും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പെൺകുട്ടികളുടെ ലൈഫ് സൈക്കിളും കാര്യങ്ങളും കൃത്യമായിട്ട് എന്താണ് എംപവർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യേണ്ട വേണ്ട പ്രശ്നങ്ങൾ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഉഡാൻ എന്ന് പറയുന്ന പദ്ധതി 2014 ഉഡാൻ എന്ന് പറയുന്ന പദ്ധതി ലോഞ്ച് ചെയ്യേണ്ടായിരുന്നത്. CBSE ആണ് ലോഞ്ച് ചെയ്തത്. MHRD മിനിസ്ട്രി ഓഫ് ഹോം ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, ഇപ്പം നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്ട്രി കാര്യങ്ങളിൽ അതിൻ്റെ ഭാഗമായിട്ടാണ്. മെയിനായിട്ട് പെൺകുട്ടികളുടെ എണ്ണം സ്കൂളുകളിൽ കുറയുന്നത് ഐഡന്റിഫൈ ചെയ്യാനും അത് വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ടാണ്. ഇനി സ്കീം ഫോർ അഡോളസന്റ് ഗേൾസിൻ്റെ SAG എന്ന് പറയും. 11 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികളിൽ എന്താണ് അവരുടെ ആരോഗ്യം, അവരുടെ ന്യൂട്രീഷ്യൽ സ്റ്റാറ്റസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി വന്നത്. ഇനി നാഷണൽ സ്കീം ഓഫ് ഇൻസെൻറ്റീവ് ടു ഗേൾ ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ വരുന്നുണ്ട്. അത് 2008 ലോഞ്ച് ചെയ്യപ്പെട്ടത്. മെയിനായിട്ട് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളും പ്രത്യേകിച്ച് ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് വിഭാഗങ്ങളിലെ പെൺകുട്ടികൾ എന്താണ് വിദ്യാഭ്യാസ മേഖലയിൽ കൃത്യമായിട്ട് എത്തിക്കാനും അവരുടെ ഡ്രോപ്പ് ഔട്ട് റേറ്റ് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അതുപോലെ സ്കീം ഫോർ പ്രൊമോഷൻ ഓഫ് മെൻസ്ട്രുവൽ ഹൈജീൻ അമംഗ് അഡോളസന്റ് ഗേൾസ് ഇൻ റൂറൽ ഏരിയയിലെ പെൺകുട്ടികൾക്ക് എന്താണ് മെൻസ്ട്രുവൽ ഹൈജീനെ പറ്റിയിട്ട് അവബോധം നൽകാനും കൃത്യമായിട്ട് എങ്ങനെ മെൻസ്ട്രുവൽ ഹൈജീന് നമുക്ക് നോക്കാം എന്ന കാര്യങ്ങൾ 10 19 വയസ്സിനിടയിലുള്ള പെൺകുട്ടികളിൽ എന്താണ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ വന്നത്. 2011 തൊട്ടിട്ട് എന്താണ് ഈ പറഞ്ഞ റീപ്രൊഡക്റ്റീവ് സെക്ഷൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ അഡോളസൻസിൽ നമ്മൾ ചെയ്യണം എന്ന രീതിയിൽ പെൺകുട്ടികളോട് പറയുന്നുണ്ട്. അതുപോലെ സുകന്യ സമൃദ്ധി യോജന സ്കീമുണ്ട്, സുകന്യ സമൃദ്ധി സ്കീമുണ്ട്. ദ സ്കീം വാസ് ലോഞ്ച്ഡ് ബൈ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇൻ ജനുവരി 2015. 2015 ജനുവരി മാസത്തിലാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. മെയിനായിട്ട് എന്താണ് പെൺകുട്ടികളുടെ ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ, അവരുടെ മാരേജ് എക്സ്പെൻസ് അതൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ സ്കീംസ് ഗവൺമെൻറ് നൽകുന്നുണ്ട് അതൊക്കെയാണ് സുകന്യ സമൃദ്ധി സ്കീമിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇനി ചൈൽഡ് പ്രൊട്ടക്ഷൻ സർവീസ് സ്കീം വരുന്നുണ്ട്. അണ്ടർ ദിസ് സ്കീം ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ഈസ് പ്രൊവൈഡഡ് ത്രൂ ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആസ് എ റീഹാബിലിറ്റി മെഷർ ഫോർ സപ്പോർട്ടിംഗ് ദി ചിൽഡ്രൻ ഇൻ ഡിഫിക്കൽട്ട് സർക്കംസ്റ്റാൻസ്. ഇത്തരത്തിൽ എന്താണ് കുട്ടികൾ ബുദ്ധിമുട്ട് നേരിടുന്ന സമയത്ത് എന്തെങ്കിലും വീടുകളിൽ പ്രശ്നങ്ങൾ വരുന്നു, അല്ലെ ഒറ്റപ്പെട്ടു പോകുന്നു, അങ്ങനെയുള്ള സമയങ്ങളിൽ അവർക്ക് അഭയങ്ങൾ നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ വരുന്നത്. ഇനി ആഫ്റ്റർ കെയർ ഹോം എന്ന രീതിയിലൊക്കെ എന്താണ് 18 വയസ്സ് വരെ അവർക്ക് പ്രൊട്ടക്ഷൻ നൽകാനും ഈ പറഞ്ഞ ചൈൽഡ് പ്രൊട്ടക്ഷൻ സർവീസ് സ്കീമിന് സാധിക്കും. പോഷൻ അഭിയാനുണ്ട്. പോഷൻ അഭിയാൻ 2018 മാർച്ച് 8 വുമൻസ് ഡേ ആണല്ലേ. മാൽന്യൂട്രീഷൻ, പെൺകുട്ടികളുടെ മാൽന്യൂട്രീഷൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതിയും കാര്യങ്ങളും വന്നത്.
നെക്സ്റ്റ് ആണ് പരാക്രം ദിവസ് 2025. എല്ലാ വർഷവും പരാക്രം ദിവസ് വരുന്നത് ജനുവരി 23 തീയതിയാണ്. എന്താണ് പരാക്രം ദിവസ് വരുന്നത്? നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. 2025 അദ്ദേഹത്തിന് 128ാമത്തെ ബർത്ത് ആനിവേഴ്സറി ആയിരുന്നു. ഒഡീഷയിലെ കട്ടക്കിൽ വെച്ച് പരീക്ഷയ്ക്ക് എന്ത് ചോദ്യം വന്നു, എവിടെ വെച്ചിട്ട് ഇദ്ദേഹത്തിന് സെലിബ്രേഷൻ നടന്നു? കൃത്യമായിട്ട് ബരാബതി ഫോർട്ട് അങ്ങ് വന്നു അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദ ഗ്രാൻഡ് സെലിബ്രേഷൻ ഓഫ് പരാക്രം ദിവസ് 2025 began on 23rd January 2025 at Baravati Fort in Cuttack, Odisha, marking the 128th birth anniversary of നേതാജി സുഭാഷ് ചന്ദ്രബോസ്. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 128ാമത്തെ ബർത്ത് ആനിവേഴ്സറി ആയിരുന്നു. ദ ഇവന്റ് വിച്ച് വാസ് ഓർഗനൈസ്ഡ് അറ്റ് ഹിസ് ബർത്ത് പ്ലേസ് also commemorated Odisha's connection with Netaji and the state's impact in developing Netaji's early sensibilities. ഇത്തരത്തിൽ എന്താണ് നേതാജി സുഭാഷ് ചന്ദ്രബോസുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ദിവസത്തിൽ നമ്മൾ ഓർമ്മിക്കുന്നത്. ഒഡീഷയുടെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന മോഹൻ ചരൺ മാഞ്ചി എന്താണ് ഞാൻ അന്നത്തെ എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കറണ്ട് അഫെയറിന്റെ കാര്യം നമ്മൾ എന്തായാലും ഈ ഞാൻ ഇയർ എൻഡർ പറയുന്ന സമയത്ത് ഇയർ എൻഡർ 1-2 മാസം വൈകിട്ടാണ് പറയുന്നത്. ഇവണെന്തോ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ മുഖ്യമന്ത്രിയൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചോദിക്കും അത് മാറിയല്ലോ എന്ന് ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ അന്നത്തെ എന്ന് പറഞ്ഞ ആ ഒരു ഇയർ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ് പറയുന്നത്. സോ മോഹൻ ചരൺ മാഞ്ചിയാണ് ഉദ്ഘാടനം ചെയ്ത ഈ ഒരു ദിനം. 21 ജനുവരി എന്താണ് രാഷ് ബിഹാരി ബോസിന്റെ ആനിവേഴ്സറി കൂടിയാണ്. അതുകൂടെ ഓർത്ത് വെച്ചാൽ മതി. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഫൗണ്ടറാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ കൂടെ തന്നെ ഇന്ത്യൻ നാഷണൽ ആർമി ആരംഭിച്ച വ്യക്തിയാണ് രാഷ് ബിഹാരി ബോസ്. അദ്ദേഹത്തിന്റെ ഡെത്ത് ആനിവേഴ്സറി എന്നാണ് 21 ജനുവരിയാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് 1897 ജനുവരി 23 തീയതി ഒഡീഷയിലെ കട്ടക്കിലായിരുന്നു ജനനം വരുന്നത്. 2021 ഓൺവേർഡ്സ് നമ്മുടെ ഗവൺമെന്റ് പരാക്രം ദിവസമായിട്ട് ഇദ്ദേഹത്തിന് എന്താണ് ജന്മദിവസം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. 2021 അദ്ദേഹത്തിന് 125ാമത്തെ ബർത്ത് ആനിവേഴ്സറി വേളയിലാണ് ആദ്യത്തെ പരാക്രം ദിവസ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് അദ്ദേഹം എന്താണ് 1938 39 ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 1939 അദ്ദേഹം എന്താണ് കോൺഗ്രസ് നിന്ന് മാറിയിട്ട് സെപ്പറേറ്റ് ഓർഗനൈസേഷൻ ആരംഭിച്ചു. അതാണ് ഫോർവേഡ് ബ്ലോക്ക്. അതുപോലെ ജപ്പാന്റെയും ജർമ്മനിയുടെയും സഹായത്തോടുകൂടി ആസാദ് ഹിന്ദ് ഫൗജും അതുപോലെ തന്നെ ഡൽഹി ചലോ എന്ന് പറയുന്ന സ്ലോഗനൊക്കെ ഇദ്ദേഹം ഉയർത്തിയതായിരുന്നു അല്ലേ. ജപ്പാന്റെയും ജർമ്മനിയുടെ സഹായത്തോടുകൂടി എന്താരംഭിച്ചു? ആസാദ് ഹിന്ദ് ഫൗജ് ആരംഭിച്ചു. ഡൽഹി ചലോ, ഡൽഹിയിലേക്ക് പോ എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നടക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്നും പറഞ്ഞു. വളരെ ഫേമസ് ആയിട്ടുള്ള കോട്ടാണല്ലേ. ഹിസ് ഫേമസ് സ്ലോഗൻ വാസ് ഗീവ് മീ ബ്ലഡ് ആൻഡ് ഐ പ്രോമിസ് യു ഫ്രീഡം, വിച്ച് ബിക്കേം ദ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ഇൻ ദ ഫ്രീഡം സ്ട്രഗിൾ. ആ ഒരു വേളയിൽ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ആയിട്ട് കൂടെ നമുക്ക് ഇതിനെ പറയാൻ വേണ്ടി സാധിക്കും. ദ സ്ലോഗൻ ജയ് ഹിന്ദ് is also related him, which became the national slogan of India. On August 18, 1945, he died in a plane crash. അദ്ദേഹം പ്ലെയിൻ ക്രാഷിൽ കൊല്ലപ്പെട്ടു എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ലാത്തൊരു കാര്യമാണ് അദ്ദേഹത്തിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. The annual Subhash Chandra Bose Abda Prabandhan Puraskar has been instituted in 2018 to recognize and honor the invaluable contribution and selfless service rendered by individual and organization in India in the field of disaster management. സോ എല്ലാ വർഷവും ജനുവരി 23 തീയതിയാണ് ഈ അവാർഡും കാര്യങ്ങളും സുഭാഷ് ചന്ദ്രബോസ് ആബ്ദ പ്രബന്ധൻ പുരസ്കാർ ചോദിക്കാറുണ്ട്. ജനുവരി 23 തീയതി ഇദ്ദേഹത്തിന്റെ ബർത്ത് ആനിവേഴ്സറി ഓർമ്മദിനത്തിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. It carries a cash prize of 51 lakh and a certificate in case of institution and 5 lakh and a certificate in case of individual. Institution ആണെങ്കിൽ 51 ലക്ഷം രൂപയും സർട്ടിഫിക്കറ്റിന് ലഭിക്കും. ഇനി എന്താണ് ഈ പറഞ്ഞതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ആണെങ്കിൽ 5 ലക്ഷം രൂപയും സർട്ടിഫിക്കറ്റിന് ലഭിക്കും. ദ ഇന്റർനാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫോർമാറ്റിക് സർവീസ്, അതായത് INCOS, has been awarded Subhash Chandra Bose Adha Prabandhan Puraskar 2025 in institutional category for its outstanding work in disaster management. 2025 ആർക്ക് ലഭിച്ചു എന്ന് കൂടെ പഠിച്ചുവെക്കണം. ഇനി മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റ് ആണ് നാഷണൽ യൂത്ത് ഡേ. ജനുവരി 12 തീയതിയാണ് നാഷണൽ യൂത്ത് ഡേ. ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ്? ആരുടെ ബർത്ത് ആനിവേഴ്സറി ആണ്? മറ്റെവിടെ പോണ്ട, സുഭാഷ് ചന്ദ്രബോസിന്റെ അല്ല, പിന്നെ ആരാണ്? സ്വാമി വിവേകാനന്ദൻ. ഇപ്പൊ സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞു, ആ ഒരു ഫ്ലോയിൽ പറഞ്ഞതാണ്. സോ 12th of January 2025 marks 162nd birth anniversary of Swami Vivekananda and is celebrated as a National Youth Day. So 162ാമത്തെ ബർത്ത് ആനിവേഴ്സറി സ്വാമി വിവേകാനന്ദന്റെ 162ാമത്തെ ബർത്ത് ആനിവേഴ്സറി ആണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ജനുവരി 12 തീയതി സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ്
hosted by the Ministry of Youth Affairs and Sports in partnership with one of the states or union territories. Okay, so ഏതെങ്കിലും ഇന്ത്യയിലെ ഏതെങ്കിലും സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കൂടിയാണ് മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ഈ ദിനം സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓൺ നാഷണൽ യൂത്ത് ഡേ ദ പ്രൈം മിനിസ്റ്റർ ഈസ് ഓൾസോ പാർട്ടിസിപ്പേറ്റഡ് ഇൻ വികസിത് ഭാരത് യങ് ലീഡർ ഡയലോഗ് 2025 where he engaged with 3,000 dynamic young leaders from across India selected through a merit-based multi-level process called വികസിത് ഭാരത് ചലഞ്ച്. അവർ 30 lakh പാർട്ടിസിപ്പൻറ്റ് അത്തരത്തിൽ വികസിത് ഭാരത് യങ് ലീഡർ ഡയലോഗ് ഒക്കെ നാഷണൽ യൂത്ത് ഡേയുമായിട്ട് അസോസിയേറ്റ് വരുന്നതാണ്. സോ 2025 തീം ചോദിച്ച യൂത്ത് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ഷേപ്പിംഗ് എ നാഷൻ വിത്ത് റെസിലിയൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്നാണ് തീം. എന്താണ് നാഷണൽ യൂത്ത് ഡേയുടെ 2025 തീം? യൂത്ത് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ഷേപ്പിംഗ് ദ നേഷൻ വിത്ത് റെസിലിയൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്നതാണ്. ജനുവരി 12 നമ്മൾ നാഷണൽ യൂത്ത് ഡേ ആയിട്ട് ഇന്ത്യയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് സെലിബ്രേറ്റഡ് ടു മാർക്ക് ദ ബർത്ത് ആനിവേഴ്സറി സ്വാമി വിവേകാനന്ദൻ്റെ ബർത്ത് ആനിവേഴ്സറി ആയിട്ട് കൂടി സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ വിവേകാനന്ദ ജയന്തി ഓർ രാഷ്ട്രീയ യുവ ദിവസ്. എന്താണ് വിവേകാനന്ദ ജയന്തി അല്ലെങ്കിൽ രാഷ്ട്രീയ യുവ ദിവസമായിട്ട് കൂടെ ഈ ഒരു ദിനം അറിയപ്പെടുന്നുണ്ട്. ദ ഇന്ത്യൻ ഗവൺമെന്റ് ഡിക്ലെയർഡ് ജനുവരി 12 ആസ് നാഷണൽ യൂത്ത് ഡേ ഇൻ 1984 ആൻഡ് സിൻസ് 1985 ദ ഇവന്റ് ഈസ് സെലിബ്രേറ്റഡ് ഇൻ ദ ഇന്ത്യ എവറി ഇയർ. സോ 1984 ജനുവരി 12 തൊട്ടിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് എന്താണ് നാഷണൽ യൂത്ത് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. 1985 ഓൺവേർഡ്സ് എന്താണ് ഈ പറഞ്ഞ കാര്യം നമ്മുടെ ഇന്ത്യയിൽ ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്തു. 1984 ഡിക്ലെയറും ചെയ്തു, 1985 ഒഫീഷ്യലായിട്ട് സെലിബ്രേഷനും ആരംഭിച്ചു. സ്വാമി വിവേകാനന്ദന്റെ ജന്മനാമം എന്ന് പറഞ്ഞാൽ നരേന്ദ്രനാഥ ദത്ത എന്നായിരുന്നു. 1863 ജനുവരി 12 നരേന്ദ്രനാഥ ദത്ത എന്ന പേരിലായിരുന്നു ഇദ്ദേഹം ജനനം എടുത്തിട്ടുണ്ടായിരുന്നത്. വാസ് എ മോങ്ക് ആൻഡ് ദ ചീഫ് ഡിസിപ്പിൾ ഓഫ് രാമകൃഷ്ണ പരമഹംസ. ഇദ്ദേഹം എന്താണ് ഒരു സന്യാസിയായിരുന്നു, കൂടാതെ ഇദ്ദേഹത്തിന്റെ ഗുരുവായിരുന്നു വളരെ ഫേമസ് ആയുള്ള വ്യക്തിയാണ് രാമകൃഷ്ണ പരമഹംസ. ഇൻ 1893 upon the request of Maharaja Ajit Singh of Khetri state, he took the name of Vivekananda, changing from Sachidananda that he used before. അതായത് നരേന്ദ്രനാഥ ദത്ത എന്തായും സച്ചിദാനന്ദ പിന്നീട് മഹാരാജ അജിത് സിംഗ് ഓഫ് കേത്രി സ്റ്റേറ്റിന്റെ നിർദ്ദേശപ്രകാരം വിവേകാനന്ദ എന്നതിലേക്ക് മാറി. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇദ്ദേഹത്തെ മേക്കർ ഓഫ് മോഡേൺ ഇന്ത്യ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ അഡ്രസ്ഡ് പാർലമെന്റ് ഓഫ് റിലീജിയൻ held in Chicago 1893 at which he represented Hinduism. സർവമത സമ്മേളനത്തിൽ ഹിന്ദുയിസത്തെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് 1893 ചിക്കാഗോയിൽ ഇദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. 1897 രാമകൃഷ്ണ മഠം സ്ഥാപിച്ചത് ഇദ്ദേഹമായിരുന്നു. 1902 ഇദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചെറിയ പ്രായത്തിലാണ് മരണപ്പെടുന്നത്. ദ യൂത്ത് defined as those with age group 15 to 29 years make up nearly 40% of India's total population. നമ്മുടെ ഇന്ത്യയുടെ കണക്ക് പ്രകാരം 15 to 29 വയസ്സിനും ഇടയിലുള്ള ആളുകളെയാണ് യൂത്ത് എന്ന് വിളിക്കുന്നത്. ടോട്ടൽ പോപ്പുലേഷൻ്റെ 40% വരുന്നുണ്ട്. 150 years of Indian Meteorological Department. ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് 150 വർഷങ്ങൾ കംപ്ലീറ്റ് ആക്കി അല്ലേ. ദ ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് വിൽ സെലിബ്രേറ്റ് 150th ആനിവേഴ്സറി ഓൺ ജനുവരി 15, 2025. 2025 ജനുവരി 15 ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്താണ് അവരുടെ 150 വർഷങ്ങൾ സെലിബ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ദ IMD is a government agency that provides weather and climate service to India. നമ്മുടെ ഇന്ത്യയിൽ വെതർ ക്ലൈമറ്റ് സർവീസ് ഒക്കെ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് Indian Meteorological Department. It is one of the earliest government departments in India to systematically observe and forecast weather. ഈ പറഞ്ഞ വെതർ ഫോർകാസ്റ്റും കാര്യങ്ങളും സിസ്റ്റമാറ്റിക്കലി ഒബ്സർവും അതുപോലെ കൃത്യമായിട്ട് വിവരങ്ങൾ നൽകുന്ന ഒരു ഓർഗനൈസേഷൻ കൂടിയാണിത്. 1875 IMD സ്ഥാപിക്കപ്പെടുന്നത്. സോ 2025 വരുമ്പോൾ 150 വർഷങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസിന്റെ ഭാഗമാണ്. നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോളജിക്കൽ ഒബ്സർവേറ്ററി എവിടെയെന്ന് ചോദിച്ചാൽ 1755 കൊൽക്കത്തയിലാണ്. ഇന്നത്തെ കൽക്കട്ട അവിടെയാണ് വന്നത്. 1875 ജനുവരി 15 IMD സ്ഥാപിക്കപ്പെടുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലെ ലോധി റോഡിലെ മൗസം ഭവനിലാണ്. പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി ഗ്രേസ്ഡ് 150th Foundation Day celebration of Indian Meteorological Department on January 14, 2025 at Bharata Mandapam, New Delhi. On this historic occasion, he launched a Mission Mousam. അദ്ദേഹം എന്താണ് മിഷൻ മൗസം ലോഞ്ച് ചെയ്തല്ലേ? Initiative aimed at transforming India into weather ready and climate smart nation through advanced weather surveillance technologies, high resolution atmospheric observation, നെക്സ്റ്റ് ജനറേഷൻ റഡാർസ്, സാറ്റലൈറ്റ് ആൻഡ് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റംസ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മിഷൻ മൗസും കാര്യങ്ങൾ ലോഞ്ച് ചെയ്തു. അതെന്താണ് ലക്ഷ്യം എന്നൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. Prime Minister also unveiled a commemorative postage stamp and coin alongside
releasing the IMD Vision 2047 document, which outline a roadmap for weather resilience and climate change adaptation as India prepared to mark 100 years of independence in 2047. 2047 നമ്മൾ 100 വർഷം കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഓർമ്മയും കാര്യങ്ങളും സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അല്ലേ. ഓക്കെ, അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ 100 വർഷം. 2023 മെർക്കുറി ബാരോമീറ്റേഴ്സ് ഒക്കെ റീപ്ലേസ് ചെയ്ത് ഡിജിറ്റൽ ബാരോമീറ്റേഴ്സ് ആയിട്ട് കൂടെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി IMD-യുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ PAB-യിൽ വന്ന കാര്യമാണ്. ദ ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ബിക്കേം ദ ഫസ്റ്റ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ ടു ഹാവ് എ മെസ്സേജ് സ്വിച്ചിങ് കമ്പ്യൂട്ടർ ഫോർ സപ്പോർട്ടിങ് ഇറ്റ്സ് ഗ്ലോബൽ ഡാറ്റ എക്സ്ചേഞ്ച്. അതുപോലെ ഇന്ത്യ വാസ് എ ഫസ്റ്റ് developing country in the world to have its own geostationary satellite INSAT, okay, for continuous weather monitoring of this part of the globe and particularly for cyclone warning. അതിനു വേണ്ടി വന്ന ആദ്യത്തെ രാജ്യം കൂടിയാണ് ഇന്ത്യ. ഇനി പ്രവാസി ഭാരതീയ ദിവസ് 2025 2025 പ്രവാസി ഭാരതീയ ദിവസ്. ദ 18th പ്രവാസി ഭാരതീയ ദിവസ് ഈ ഷെഡ്യൂൾഡ് January 8 to 10 2025 in ഭുവനേശ്വർ, ഒഡീഷയിലെ ഭുവനേശ്വർ വെച്ചിട്ട് പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷൻ എന്താണ് 18ാമത്തെ പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷൻ നടന്നിട്ടുണ്ട്. January 8 തൊട്ട് 10 വരെയാണ് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത്. സോ 2026 നമ്മൾ നോക്കുകയാണെങ്കിൽ ഇല്ല, ബൈനിയലായിട്ടാണ് ഈ പറഞ്ഞ പ്രവാസി ഭാരതീയ ദിവസ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ട് വരുന്നത്. സോ 2025 തീമും കാര്യങ്ങളും പഠിച്ചു വെച്ചാൽ മതി. 2026 പ്രവാസി ഭാരതീയ ദിവസ് മെയിൻ ഒരു സെലിബ്രേഷൻ എന്ന രീതിയിൽ നടന്നിട്ടില്ല, കാരണം ബൈനിയലാണ്, 2 വർഷം കൂടുമ്പോഴാണ് സെലിബ്രേഷൻ നടക്കുന്നത്. ദ തീം ഫോർ ദിസ് ഇയർ ഈസ് ഡയാസ്പോറാസ് കോൺട്രിബ്യൂഷൻ ടു വികസിത് ഭാരത് ഡെവലപ്ഡ് ഇന്ത്യ. അതാണ് തീം. പ്രൈം മിനിസ്റ്റർ റിമോട്ട്ലി flagged off inaugural journey of Pravasi Bharati Express, a special tourist train for Indian diaspora which will depart from Nizamuddin railway station in Delhi and would travel to multiple destinations of touristic and religious importance in India for a period of 3 weeks. 3 ആഴ്ചത്തേക്ക് അന്ന് വന്ന ട്രെയിനായിരുന്നു നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന പ്രവാസി ഭാരതീയ എക്സ്പ്രസ്. ദ പ്രവാസി ഭാരതീയ എക്സ്പ്രസ് വിൽ ബി കണ്ടക്റ്റഡ് അണ്ടർ ദ പ്രവാസി തീർത്ഥ ദർശൻ യോജന ഓഫ് ദ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. അതുകൂടെ പഠിച്ചു വെക്കണം. 9th January എന്തുകൊണ്ട് നമ്മൾ പ്രവാസി ഭാരതീയ ദിവസമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ മഹാത്മാഗാന്ധി ഉണ്ടല്ലോ 1915 സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തൻ്റെ ബിരുദ പഠനം അല്ലെങ്കിൽ അഡ്വക്കേറ്റ് പഠനം കംപ്ലീറ്റ് ആക്കി തിരിച്ചു വന്ന ദിനമാണ് January 9 1915. സോ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് പിന്നീട് നമ്മൾ എന്താണ് ഇന്ത്യ പ്രവാസി ഭാരതീയ ദിവസ് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് വന്ന സമയത്ത് ആ ദിനം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ദ പ്രവാസി ഭാരതീയ ദിവസ് സെലിബ്രേറ്റഡ് വൺസ് ഇൻ 2 years. ബൈനിയലാണ്. 9th January ആണ്. It's a significant event that honors the contribution of the Indian diaspora to their homeland. The Pravasi Bharati Divas convention was first established in 2003 under the government of then Prime Minister late Sri Adal Bihari Vajpayee as a platform to recognize and engage with the overseas Indian community. So 2003 onwards അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആണ് ഇതുപോലെ ദിനം വേണം, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് ദിനം സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആണ് ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഇവന്റ് ആയിട്ട് നടത്തുന്നത്. ഇറ്റ് ഈസ് ഹെൽഡ് ഡിഫറെൻറ്റ് സിറ്റീസിൽ ഓരോ സമയം നമ്മളിവിടെ ഒഡീഷ പറഞ്ഞല്ലോ, ഒഡീഷയിലെ ഭുവനേശ്വർ, അതുപോലെ ഡിഫറെൻറ്റ് സിറ്റീസിലാണ് നടക്കുന്നത്. Since 2015, it has evolved into biennial event with a theme-based conference held in the intervening years. So 2015 തൊട്ടാണ് 2 വർഷം കൂടി ഇത് നടക്കുന്നത്. The day also commemorated the day in 1915 when Mahatma Gandhi, the greatest Pravasi migrant, returned to India from South Africa to lead country's freedom struggle. ഇനി ഇതിന് തൊട്ട് മുന്നേ നടന്ന ആ ഒരു പ്രവാസി ഭാരതീയ ദിവസ് ചോദിച്ചാൽ 17ാമത്തെ പ്രവാസി ഭാരതീയ ദിവസമാണ്. അത് 2023 January 8 തൊട്ട് January 10 വരെ മധ്യപ്രദേശിലെ ഇൻഡോറിൽ വെച്ചിട്ടായിരുന്നു നടന്നത്. നാഷണൽ സയൻസ് ഡേ എന്താണ്? ദേശീയ ശാസ്ത്ര ദിനമാണ്. ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ്? CV രാമൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റ് CV രാമൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ദേശീയ ശാസ്ത്ര ദിനം സെലിബ്രേറ്റ് ചെയ്യുന്നത്. നാഷണൽ സയൻസ് ഡേ is celebrated every year on 25th February to commemorate the discovery of Raman effect made by eminent physicist Sir CV Raman while working in the laboratory of Indian Association for Cultivation of Science, Kolkata. So CV Raman ആണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ്, അദ്ദേഹത്തിൻ്റെ രാമൻ എഫക്റ്റിൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ നാഷണൽ സയൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിന് ഇതിൻ്റെ ഡിസ്കവറിയുമായിട്ട് ബന്ധപ്പെട്ട 1930 നൊബേൽ പ്രൈസ് ലഭിച്ചു. 1930 എന്താണ് നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ദ ഫസ്റ്റ് സെലിബ്രേഷൻ ടുക്ക് പ്ലേസ് ഓൺ 1987 February 28, marking the beginning of a tradition that continues inspired generations. 1987 February 28 തൊട്ടിട്ടാണ് നമ്മൾ ദേശീയ ശാസ്ത്ര ദിനം സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങിയത്. തീം ചോദിച്ച 2025 തീം ചോദിക്കും എംപവറിംഗ് ഇന്ത്യൻ യൂത്ത് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ഇൻ സയൻസ് ആൻഡ് ഇന്നോവേഷൻ ഫോർ വികസിത് ഭാരത് എന്നാണ് തീം വരുന്നത്. സോ വേൾഡ് വൈൽഡ് ലൈഫ് ഡേ 2025 2025 വേൾഡ് വൈൽഡ് ലൈഫ് ഡേ എന്നാണ്. ഓൺ 20th December 2000
68th session of the UN General Assembly, March 3 was declared United Nations World Wildlife Day. So മാർച്ച് 3-ാം തീയതിയാണ് വേൾഡ് വൈൽഡ് ലൈഫ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. UN-ന്റെ 68ാമത്തെ സെഷൻ 2013 ഡിസംബർ 20-ാം തീയതി നടന്ന സമയത്താണ് നമ്മളെന്താണ് യുണൈറ്റഡ് നാഷൻ വേൾഡ് വൈൽഡ് ലൈഫ് ഡേ ഒഫീഷ്യലായിട്ട് സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങിയത്. ദിസ് ഡേ ഹോൾഡ്സ് എ സിഗ്നിഫിക്കൻസ് ആസ് എ ഡേ ദാറ്റ് ദ കൺവെൻഷൻ on international trade in endangered species of wild fauna and flora was signed in 1973. 1973 എന്താണ് കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് fauna and flora cities convention opposition ഓർമ്മയ്ക്കായിട്ടാണ്. The proposal was initiated by Thailand, urging global attention towards the urgent need for wildlife protection. Okay, so Thailand ആണ് ഈ ഒരു പ്രപ്പോസലും കാര്യങ്ങളും ആദ്യമായിട്ട് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. 2025 എന്താണ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫൈനാൻസ് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എന്ന തീം വെച്ചിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. തീം എന്താണ്? വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫൈനാൻസ് ഇൻവെസ്റ്റിംഗ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്. നെക്സ്റ്റ് എന്താണ്? ഇന്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേ 2025 മാതൃഭാഷാ ദിനമാണ് അല്ലേ. ഇന്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേ നമ്മൾ എന്താണ് ഫെബ്രുവരി 21-ാം തീയതി സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. റിമൈൻഡ്സ് അസ് ഓഫ് ദ നീഡ്സ് ടു പ്രിസർവ് ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി ആൻഡ് പ്രൊട്ടക്ട് ഫീഡിംഗ് ലാംഗ്വേജസ്. ഈ പറയുന്ന മാതൃഭാഷാ ദിനമായിട്ടാണ് ഫെബ്രുവരി 21-ാം തീയതി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇന്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേ ഒബ്സർവ്ഡ് ഓൺ ഫെബ്രുവരി 21 റിമൈൻഡ്സ് അസ് ഓഫ് ദ നീഡ് to preserve linguistic diversity and protect fading languages. The idea to celebrate International Mother Language Day was to initiative of ബംഗ്ലാദേശ്. ബംഗ്ലാദേശാണ് ഈ പറയുന്നതാണ് ഇന്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. എന്നിട്ട് എന്താണ് ലോകത്തൊട്ടുക്ക് ഈ ഒരു ദിനം സെലിബ്രേറ്റ് ചെയ്ത് വരികയും ചെയ്യുകയാണ്. ദ ഐഡിയ ഫോർ ദിസ് ഒബ്സർവൻസ് ഒറിജിനേറ്റഡ് ഇൻ ബംഗ്ലാദേശ് ഇൻസ്പയർഡ് ബൈ 1952 ലാംഗ്വേജ് മൂവ്മെന്റ് വെർ സ്റ്റുഡൻസ് ഇൻ ധാക്ക പ്രൊട്ടസ്റ്റഡ് അഗെയിൻസ്റ്റ് ഉറുദു ബീങ് ഇമ്പോസ്ഡ് ആസ് ഓൺലി സ്റ്റേറ്റ് ലാംഗ്വേജ് ഓഫ് പാകിസ്ഥാൻ. സോ 1952 കാലഘട്ടങ്ങൾ അവിടെ ഒരു ഭാഷാ സത്യാഗ്രഹ അല്ലെങ്കിൽ മൂവ്മെന്റ് നടന്നിട്ടുണ്ടായിരുന്നു. അവിടെ എന്താണ് പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് ഉറുദു മാത്രം അവരുടെ എന്താണ് ഭാഷയായിട്ട് പഠിക്കണമെന്ന് പറഞ്ഞ സമയത്താണ് ബംഗ്ലാദേശുകാരെന്താണ് ഇതിനെതിരെ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ഭാഗമായുള്ള പ്രദേശങ്ങൾ എന്താണ് എഗെയിൻസ്റ്റ് ആയിട്ട് പോയത്. ഇറ്റ് വാസ് അപ്രൂവ്ഡ് അറ്റ് 1999 യുനെസ്കോ ജനറൽ കോൺഫറൻസ് ആൻഡ് ഹാസ് ബീൻ ഒബ്സർവ്ഡ് ത്രൂ ഔട്ട് ദ വേൾഡ് സിൻസ് 2000. സോ 2000 തൊട്ടിട്ട് എന്താണ് ഈ പറഞ്ഞ ദിനം 1999 UN ജനറൽ കോൺഫറൻസ് ഇത് അംഗീകരിച്ചു. 2000 തൊട്ടിട്ട് ലോകം മുഴുവൻ ഈ പറയുന്ന എന്താണ് ഇന്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേ 2025 തീം എന്താണ്? ലാംഗ്വേജ് മാറ്റർ സിൽവർ ജൂബിലി സെലിബ്രേഷൻ ഓഫ് ഇന്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേ എന്നതാണ് തീം വരുന്നത്. നെക്സ്റ്റ് എന്താണ്? വേൾഡ് പൾസസ് ഡേ 2025. വേൾഡ് പൾസസ് ഡേ ആണല്ലേ. ഫെബ്രുവരി 10-ാം തീയതിയാണ് നമ്മൾ വേൾഡ് പൾസസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. വേൾഡ് പൾസസ് ഡേ 2025 is celebrated every year on 10th February. The day is celebrated as a day of recognition of pulses and their role in human nutrition, environment, well-being and sustainable agriculture. So ഫെബ്രുവരി 10-ാം തീയതിയാണ് നമ്മൾ വേൾഡ് പൾസസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. The day was declared as a Pulses Day under UN General Assembly 2016. 2016 onwards UN General Assembly പറയുന്ന വേൾഡ് പൾസസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ദ ഇയർ വാസ് ഓൾസോ മാർക്ക് ആസ് എ ഇന്റർനാഷണൽ ഇയർ ഓഫ് പൾസസ്. അതായത് 2025 വർഷത്തെ UN എന്താണ് ഇന്റർനാഷണൽ ഇയർ ഓഫ് പൾസസ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ദിസ് ഒബ്സർവൻസ് began in 2018 under the guidance of United Nations and the Food and Agriculture Organization to highlight the importance of pulse in global food system. 2025 തീം പൾസസ് ബ്രിങ്ങിങ് ഡൈവേഴ്സിറ്റി ടു അഗ്രി ഫുഡ് സിസ്റ്റം എന്നാണ് തീം. 2025 യൂണിയൻ ബഡ്ജറ്റ് വന്ന സമയത്ത് അതും കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബഡ്ജറ്റ് കൂടെ വന്നേ 1000 കോടി രൂപ പൾസസുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പൾസസ് മിഷൻ എന്ന രീതിയിൽ അടുത്ത 6 വർഷത്തേക്ക് 2025-26 വർഷം ഓൺവേർഡ്സ് അടുത്ത 6 വർഷത്തേക്ക് 1000 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യസ് പൾസ് production has increased significantly over the years, rising from 163.23 lakh tons in 2015-16 to 244.93 lakh tons in 2023-24. So ഇന്ത്യയുടെ പൾസ് പ്രൊഡക്ഷനും കാര്യങ്ങൾ എന്താണ് 163.23 ലക്ഷം ടണ്ണിൽ നിന്നും 244.93 ലക്ഷം ടണ്ണിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ത്യ പ്രൊഡ്യൂസ് ദ ലാർജസ്റ്റ് പൾസ് 25% പൾസ് പ്രൊഡക്ഷൻ നമ്മുടെ ഇന്ത്യയിലാണ് വരുന്നത്. അത് കഴിഞ്ഞാൽ എന്താണ് കാനഡയിൽ 9%, ചൈനയിൽ 6%, യൂറോപ്യൻ യൂണിയനിൽ 5% വരുന്നത്. ഇന്ത്യ ഹാസ് ലാർജസ്റ്റ് പ്രൊഡക്ഷൻ 25%, ലാർജസ്റ്റ് കൺസപ്ഷൻ 27%, ലാർജസ്റ്റ് ഇമ്പോർട്ട് 14%. ഇതൊക്കെ ലോകത്ത് ഇന്ത്യ ലീഡിംഗ് ആണ് പൾസസുമായിട്ട് ബന്ധപ്പെട്ട്. 75% ഓഫ് പൾസസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ്. അതായത് ടോട്ടൽ പൾസ് പ്രൊഡക്ഷൻ്റെ 75% മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ ഈ 3 സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് വരുന്നത്. അല്ലെ മധ്യപ്രദേശിലെ
അറൗണ്ട് 30%, മഹാരാഷ്ട്രയിൽ അറൗണ്ട് 15%, 45%, അതേപോലെ തന്നെ രാജസ്ഥാനിൽ എന്താണ് 13.7%, കൂടാതെ കുറച്ച് സ്റ്റേറ്റ് കൂടിയുണ്ട്. മെയിനായിട്ട് ഇവരാണ് ഒരു അറൗണ്ട് 60 to 75% ഈ സ്റ്റേറ്റ്സിലാണ്. വേൾഡ് ഹെൽത്ത് ഡേ 2025 ലോകാരോഗ്യ ദിനം എന്ന് പറയും. എന്നാണ് ലോകാരോഗ്യ ദിനം വരുന്നത്? ഏപ്രിൽ 7-ാം തീയതിയാണ് അല്ലേ? സ്ഥിരം വരുന്നൊരു ചോദ്യമാണ് വേൾഡ് ഹെൽത്ത് ഡേ അല്ലെങ്കിൽ ലോകാരോഗ്യ ദിനം എന്നാണെന്ന് ചോദിക്കാറുണ്ട്. വേൾഡ് ഹെൽത്ത് ഡേ ഈസ് ഒബ്സർവ്ഡ് ആനുവലി ഓൺ 7th April. The idea for World Health Days originated from the first World Health Assembly held in Geneva, Switzerland in 1948. 1948 സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ വെച്ചിട്ടാണ് വേൾഡ് ഹെൽത്ത് ഡേ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇറ്റ് വാസ് ഫൗണ്ട് ബൈ WHO 1950. 1950 WHO ആണ് ഈ പറഞ്ഞ ദിനം എന്താണ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. 2025 തീം ചോദിച്ചാൽ ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ് എന്നാണ് 2025 തീം. ദിസ് ഇയേഴ്സ് തീം വിൽ kick off a year-long campaign on maternal and newborn health. സോ 2025 തീം ഹെൽത്തി ബിഗിനിങ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് മഹാവീർ ജയന്തി 2025. മഹാവീർ ജയന്തി എന്ന് പറയുമ്പോൾ എന്താണ്? വർദ്ധമാന മഹാവീരിനെ ഓർമ്മയില്ലേ? ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ടാവും. 24th അല്ലെ ലാസ്റ്റ് തീർത്ഥങ്കര ജെയിൻ കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട. സോ അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് നമ്മൾ ഏപ്രിൽ 10-ാം തീയതി എന്താണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ 2623ാമത്തെ ബർത്ത് ആനിവേഴ്സറി. ഓൺ 10th April 2025, 2623rd birth anniversary of Jainism, Tirthankara's Lord Mahavira Swamiji was celebrated in Bihar. എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്? ബീഹാറിലാണ്. മഹാവീർ ജയന്തി is one of the most sacred festival in Jain community. ജെയിൻ കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട one of the most sacred festival കൂടിയാണ് മഹാവീർ ജയന്തി. This day marks the birth of Vardhamana Mahavira, 24th or last തീർത്ഥങ്കര. തീർത്ഥങ്കരാസിലെ 24ാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ തീർത്ഥങ്കരയുടെ ജന്മദിനം കൂടിയാണ് വർദ്ധമാന മഹാവീരയുടെ ജന്മദിനമാണ് ഏപ്രിൽ 10-ാം തീയതി സെലിബ്രേറ്റ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ജെയിൻ ടെക്സ്റ്റ് ഹി വാസ് ബോൺ ഓൺ ദ 30th day of ശുക്ലപക്ഷ ഓഫ് ചൈത്ര മന്ത്. ചൈത്രമാസത്തിൽ 13ാമത്തെ ശുക്ലപക്ഷ ദിനത്തിലാണ് അദ്ദേഹം ജന്മമെടുത്തതെന്നാണ് പറയുന്നത്. ലോർഡ് മഹാവീർ ബർത്ത് നെയിം വർദ്ധമാന വാസ് ബോൺ ഇൻ പ്രസന്റ് ഡേ വൈശാലി ഡിസ്ട്രിക്ട്, ബീഹാർ, ഇന്ത്യ. ബീഹാറിലാണ് ഇന്നത്തെ ജന്മവും കാര്യങ്ങളൊക്കെ, ഇന്നത്തെ ബീഹാറിൽ. വേൾഡ് കൺസ്യൂമർ റൈറ്റ്സ് ഡേ 2025. എന്നാണ് വേൾഡ് കൺസ്യൂമർ റൈറ്റ്സ് ഡേ വരുന്നത്? മാർച്ച് 15-ാം തീയതിയാണ് അല്ലേ? വേൾഡ് കൺസ്യൂമർ റൈറ്റ്സ് ഡേ ഒബ്സർവ്ഡ് ആനുവലി ഓൺ March 15 സെർവ്സ് ആസ് എ എസെൻഷ്യൽ റിമൈൻഡർ ഓഫ് ദ നീഡ് ടു അപ്ഹോൾഡ് കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ. ഓക്കെ, മാർച്ച് 15-ാം തീയതിയാണ്. ദ മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ celebrate the world consumer right with theme a just transition to sustainable lifestyle. എന്താണ് തീം? a just transition to a sustainable lifestyle എന്നാണ് തീം. instituted on 15th March 1983. 15th മാർച്ചിലാണ് കോമമറേറ്റ് പ്രസിഡന്റ് ജോൺ എഫ് കെനഡീസ് 1962 address to US Congress where he became first global leader to formally recognize consumer rights. ഇത്തരത്തിൽ എന്താണ് ഉപഭോക്താക്കളുടെ അവകാശത്തിന് വേണ്ടി ഒരു സംഘടന രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടൊരു മുൻകൈ എടുത്ത വ്യക്തിയാണ് ജോൺ എഫ് കെനഡി, അമേരിക്കയുടെ മുൻ പ്രസിഡന്റാണ്. സോ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ മാർച്ച് 15-ാം തീയതി ഈ പറഞ്ഞ ദിനം സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങിയത്. ഇന്ത്യ സെലിബ്രേറ്റ്സ് 24th December ആസ് നാഷണൽ കൺസ്യൂമർ ഡേ. നമ്മുടെ ഇന്ത്യയിൽ നാഷണൽ കൺസ്യൂമർ ഡേ വേറെ തന്നെയാണ്. നമ്മൾ 24 ഡിസംബറാണ് നാഷണൽ കൺസ്യൂമർ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് എവറി ഇയർ. ആൻഡ് ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പ്രൊവൈഡ്സ് എ കോംപ്രഹെൻസീവ് ലെജിസ്ലേഷൻ ടു സ്ട്രെങ്തൻ കൺസ്യൂമർ റൈറ്റ്സ്. അതുകൂടെ ഓർത്ത് വെച്ചാൽ മതി. വിത്ത് എ വ്യൂ ടു മോഡേണൈസ് ദ ഫ്രെയിംവർക്ക് governing the consumer protection in the new era of globalization, technology, e-commerce, market, etc. Consumer Protection Act 1986 was repealed and Consumer Protection Act 2019 എന്താണ് enact ചെയ്യപ്പെട്ടു അല്ലേ? അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമല്ലേ. 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്താണ് 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ടുവന്നത്. ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ലെവൽ കമ്മ്യൂണിറ്റീസ് കോമൺലി known as consumer commissions to protection of the right of consumers and to provide simple and speedy redressal of consumer disputes including those related with the unfair trade practice. ഇത്തരത്തിൽ എന്താണ് നമ്മൾ പറ്റിക്കുന്ന കച്ചവടക്കാരൊക്കെ ഉണ്ടല്ലേ, അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ ഒരു ദിനമൊക്കെ കാര്യങ്ങൾ സംസാരിക്കുന്നത്. നാഷണൽ വാക്സിനേഷൻ ഡേ 2025. 2025 നാഷണൽ വാക്സിനേഷൻ ഡേ. നാഷണൽ വാക്സിനേഷൻ ഡേ 2025 is celebrated in India on 16th March to spread awareness about the importance of vaccines in preventing disease and managing public health. So national vaccination day. Vaccine എന്ന് പറഞ്ഞാൽ എന്താണ്?
വാക്സിൻ പ്രത്യേകിച്ച് ഇപ്പോൾ പറയേണ്ട COVID-19 ബന്ധപ്പെട്ട വാക്സിൻ എടുക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും. നമുക്കൊരു രോഗപ്രതിരോധം, ഒരു രോഗത്തിൽ നിന്നും പ്രതിരോധം നൽകാൻ വേണ്ടിയിട്ട് പോളിയോയുമായിട്ട് ബന്ധപ്പെട്ട് പണ്ടല്ല ഇപ്പോഴും പോളിയോ വാക്സിൻ എടുക്കാറുണ്ട്. എന്തിനാണ്? കുട്ടികളിൽ പോളിയോ വരാൻ വേണ്ടി സാധ്യത വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ പോളിയോക്കെതിരായിട്ടുള്ള ഒരു ആൻറ്റിബോഡി കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരികയാണ് അല്ലേ. അതേ പരിപാടി തന്നെ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അടുത്തില്ലേ കോവിഡിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള കാര്യങ്ങൾ നമ്മൾ ഇഞ്ചക്ട് അല്ലെങ്കിൽ ഓറൽ ആയിട്ടൊക്കെ നമ്മൾ എടുക്കും. സെലിബ്രേറ്റഡ് സിൻസ് 1995 ടു കോമമറേറ്റ് ദ ഫസ്റ്റ് ഡോസ് ഓഫ് ഓറൽ പോളിയോ വാക്സിൻ അഡ്മിനിസ്ട്രേറ്ററിന് ഇന്ത്യ March 16, 1995. 1995 മാർച്ച് 16 തീയതിയാണ് ഈ പറയുന്ന ദിനം ഫസ്റ്റ് ഓറൽ ഡോസ് ഓഫ് പോളിയോ വാക്സിൻ നൽകിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് കൊണ്ടുവരുന്നത്. ഇന്ത്യ വാസ് ഡിക്ലെയർ പോളിയോ ഫ്രീ ബൈ WHO in 2014. 2014 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് ഇന്ത്യ പോളിയോ ഫ്രീ ആയിട്ട് പ്രഖ്യാപിച്ചത്. ഇനി MR വാക്സിൻ ഉണ്ട്, മീസൽസ് റുബെല്ല വാക്സിൻ ഉണ്ട്, ഡെഡിക്കേറ്റഡ് ടു മീസൽസ് ഇറാഡിക്കേഷൻ ആൻഡ് റുബെല്ല കൺട്രോൾ ഗോൾസ് ഇൻ ഇന്ത്യ. ഇൻ 2017 introduced the MR vaccine which targeted 41 crore children from 9 months to 15 years. 9 മാസം തൊട്ട് 15 വയസ്സ് വരെയുള്ള 41 കോടിയോളം കുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് MR വാക്സിനൊക്കെ വന്നത്. പിന്നെ ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ PCV എന്ന് പറയും, ലോഞ്ച്ഡ് ഇൻ 2017. PCV 5 states reduced infant mortality and morbidity caused pneumococcal pneumonia. അത് ന്യൂമോണിയ തടയാൻ വേണ്ടിയിട്ടാണ്. സമത്വ ദിവസ് 2025 ഒബ്സർവിംഗ് ബർത്ത് ആനിവേഴ്സറി ബാബു ജഗ്ജീവൻ റാം. എന്താണ് സമത്വ ദിനം അല്ലെങ്കിൽ സമത്വ ദിവസം അല്ലേ. സോ ഏപ്രിൽ 5 തീയതിയാണ് നമ്മൾ ഈ പറഞ്ഞ സമത്വ ദിവസമായിട്ട് ആചരിക്കുന്നത്. സമത്വ ദിവസം ആരുടെ ഓർമ്മയ്ക്കായിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം വളരെ ഫേമസ് ആയിട്ടുള്ള സോഷ്യൽ റീഫോമർ ലീഡറൊക്കെയാണ് ബാബു ജഗ്ജീവൻ റാം അല്ലേ. ബാബുജി എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ഏതാണ്ട് 50 വർഷത്തോളം പാർലമെന്റിൽ ഉണ്ടായിരുന്ന നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ ഒക്കെ ആയിരുന്നു ഇദ്ദേഹം. So Samat Divas is celebrated every year on April 5th to remember the birth anniversary of Babu Jagjeevan Ram, a great leader and social reformer. He worked hard for equality and justice in society. Babu Jagjeevan Ram, lovingly called Babuji, was a freedom fighter, a social justice leader and a great speaker. He worked for the rights of depressed and backward classes. ഈ പറയുന്ന ഡിപ്രസ്ഡ് ക്ലാസ്, ബാക്ക്വേർഡ് ക്ലാസ്സസിനൊക്കെ വേണ്ടിയിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. ഹി വാസ് ഓൾസോ എ മെമ്പർ ഓഫ് പാർലമെന്റ് ഫോർ 50 years ആൻഡ് സെർവ്ഡ് ആസ് എ യൂണിയൻ മിനിസ്റ്റർ ഫോർ 30 years, വിച്ച് ഈസ് റെക്കോർഡ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്. ഓക്കെ, സോ ഇതേ മെമ്പർ ഓഫ് പാർലമെന്റ് ആയിട്ട് 50 വർഷത്തോളം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. യൂണിയൻ മിനിസ്റ്റർ ആയിട്ട് 30 വർഷത്തോളം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ബാബു ജഗ്ജീവൻ റാം പാസ്ഡ് അവേ ഓൺ July 6, 1986. ഹിസ് ക്രിമേഷൻ പ്ലേസ് ഈസ് കോൾഡ് സമത്വസ്ഥൽ ഇൻ ഡൽഹി. അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്രിമേഷൻ പ്ലേസ് നമ്മൾ സമത്വസ്ഥൽ എന്ന പേരിലും വിളിക്കുന്നുണ്ട്. ഗവൺമെന്റ് ഫിക്സസ് 23rd September ആസ് ആയുർവേദ ഡേ ടു എൻഷുർ കൺസിസ്റ്റന്റ് ഗ്ലോബൽ സെലിബ്രേഷൻ. സോ നമ്മുടെ ഗവൺമെന്റ് ഒഫീഷ്യൽ എന്താണ് സെപ്റ്റംബർ 23 ഈ പറഞ്ഞ ആയുർവേദ ഡേ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദ ഗവൺമെന്റ് ഹാസ് ഒഫീഷ്യലി ഡെസിഗ്നേറ്റഡ് 23rd September ആസ് ആയുർവേദ ഡേ, റീപ്ലേസിംഗ് ഏർലിയർ പ്രാക്ടീസ് ഓഫ് സെലിബ്രേറ്റിംഗ് ധൻതേരസ്, എ ഹിന്ദു ഫെസ്റ്റിവൽ വിത്ത് വേരിയബിൾ ഡേറ്റ്. മുൻപ് ഈ പറഞ്ഞ ആയുർവേദ ഡേ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു വെച്ചാൽ ഉണ്ട്. അന്ന് ധൻതേരാ ഡേ മാറി വരും. ഒക്ടോബർ 15, നവംബർ 12 ഇടയിൽ ഏത് ദിനം വേണമെങ്കിലും വരാം. അതുകൊണ്ട് ആളുകൾക്ക് എന്നാണ് ആയുർവേദ ഡേ എന്ന് ചോദിച്ചാൽ പ്രോപ്പറായിട്ട് പറയാൻ വേണ്ടി ഒരു ഡേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഗവൺമെന്റ് തീരുമാനിച്ചു നമുക്ക് എന്താണ് ആയുർവേദ ഡേ ഒരു പ്രോപ്പറായിട്ടുള്ള ഡേ പറയാൻ വേണ്ടി വേണമെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ഈ പറയുന്ന ദിനം ആയുർവേദ ഡേയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൊണ്ടുവരികയും ചെയ്തു. It also noted that in the coming decade the date of Dhanteras would continue to vary widely between 15th October and 12th November, posing logistical challenge for organizing national and international observance. The ministry urged the citizen, health professional, academic bodies and international partner to embrace the newly designated date and actively participate in Ayurveda Day celebration on 23rd September each year. എല്ലാ വർഷവും എന്താണ് സെപ്റ്റംബർ 23 അങ്ങനെ ആയുർവേദ ഡേ സെലിബ്രേഷൻ നമ്മൾ നടത്തുകയാണ്. വേൾഡ് റെഡ് ക്രോസ് ഡേ 2025 മെയ് 8 നമ്മൾ എന്താണ് വേൾഡ് റെഡ് ക്രോസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. വേൾഡ് റെഡ് ക്രോസ് ഡേ ആൻഡ് റെഡ് ക്രസന്റ് ഡേസ് ഒബ്സർവ്ഡ് ആനുവലി ഓൺ മെയ് 8. തീം ചോദിച്ചാൽ കീപ്പിംഗ് ഹ്യൂമാനിറ്റി അലൈവ് എന്നതാണ് 2025 തീം. ദ ഡേ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1948 ടു കോമമറേറ്റ് ദ ബർത്ത് ഓഫ് ഹെൻറി ഡുനാൻഡ്, ബോൺ ഇൻ 8th May 1828, who was founder of International Committee of Red Cross ICRC എന്ന് പറയും, and the first Nobel Prize laureate, sharing the award with ഫ്രെഡറിക് പാസി. സോ ഈ പറയുന്ന വേൾഡ് റെഡ് ക്രോസ് ഡേ ഉണ്ടല്ലോ ഹെൻറി ദുറാന്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ബർത്ത്
ഡേറ്റ് ആണ് നമ്മൾ ഈ പറഞ്ഞ വേൾഡ് റെഡ് ക്രോസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. 1828 മെയ് 8 തീയതിയാണ് ഇദ്ദേഹത്തിൻ്റെ ജന്മദിനം വരുന്നത്. ഇദ്ദേഹമായിരുന്നു ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ദ റെഡ് ക്രോസിൻ്റെ ഫൗണ്ടറായിട്ട് നമ്മൾ പറഞ്ഞത്. ആദ്യത്തെ നൊബേൽ പീസ് പ്രൈസും ഇദ്ദേഹം സ്വന്തമാക്കി. ഇദ്ദേഹത്തിൻ്റെ കൂടെ ഫ്രെഡറിക് പാസി കൂടെ അന്ന് ഈ പറയുന്ന നൊബേൽ പീസ് പ്രൈസ് സ്വന്തമാക്കി. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി വാസ് ഫൗണ്ടഡ് ഇൻ 1920. 1920 ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി എന്നാണ് ഫൗണ്ട് ചെയ്യുന്നത്. പ്രൊവൈഡ്സ് ഡിസാസ്റ്റർ റിലീഫ് ആൻഡ് ഹെൽത്ത് കെയർ വിത്ത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആസ് ഇറ്റ്സ് പ്രസിഡന്റ് ആൻഡ് ദ യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ ആസ് ഇറ്റ്സ് ചെയർമാൻ. ഓക്കെ, അതുകൂടെ ഒന്ന് ഓർത്തു വെക്കണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ് വേൾഡ് എർത്ത് ഡേ, ഭൗമദിനമാണ് അല്ലേ. വേൾഡ് എർത്ത് ഡേ സെലിബ്രേറ്റ് എവറി ഇയർ 22 April വിത്ത് ദ മിഷൻ ഓഫ് ബ്രോഡനിങ് എഡ്യൂക്കേറ്റിംഗ് ആൻഡ് ആക്ടിവേറ്റിംഗ് എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ്സ് വേൾഡ് വൈഡ്. സോ ഏപ്രിൽ 22 തീയതിയാണ് നമ്മൾ വേൾഡ് എർത്ത് ഡേ ആയിട്ട് ഭൗമദിനമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ 2025 വേൾഡ് എർത്ത് ഡേയുടെ തീം ചോദിച്ചാൽ അവർ പ്ലാനറ്റ് എന്നാണ് 2025 വേൾഡ് എർത്ത് ഡേയുടെ തീം കോൾസ് ഓൺ എവരി വൺ ടു യുണൈറ്റ് ഫോർ റിന്യൂവബിൾ എനർജി ആൻഡ് ടു വർക്ക് ടുവേർഡ്സ് ട്രിപ്പിളിംഗ് ക്ലീൻ എനർജി കപ്പാസിറ്റി ബൈ 2030. 2030 എന്താണ് ഈ പറയുന്ന ക്ലീൻ എനർജി കപ്പാസിറ്റി 3 times ഇപ്പോൾ ഉള്ളതിൻ്റെ 3 times ആക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട്. ദ ഫസ്റ്റ് എർത്ത് ഡേ വാസ് സെലിബ്രേറ്റഡ് ഓൺ April 22, 1970, ഇനീഷ്യേറ്റഡ് ബൈ US Senator Harold Nelson as the National Teach in on Environmental Issues. Earth Day went global in 1990, mobilizing over 200 million people across 141 countries. 141 രാജ്യങ്ങളിലായിട്ട് 200 മില്യൺ ആളുകളെയാണ് ഈ പറഞ്ഞ എർത്ത് ഡേയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കെടുപ്പിക്കുന്നത് അല്ലെങ്കിൽ ഭാഗമായിട്ട് വരുന്നത്. വേൾഡ് മലേറിയ ഡേ 2025 എന്നാണ് വേൾഡ് മലേറിയ ഡേ. ഏപ്രിൽ 25 തീയതിയാണ് നമ്മൾ വേൾഡ് മലേറിയ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഡേയ്സ് തന്നെ പറഞ്ഞു പോകുമ്പോൾ ബോറടിക്കില്ലെന്ന് വിചാരിക്കുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് ഭാഗങ്ങൾ വരുമ്പോൾ മിസലിനിയസ് ആയിട്ട് കൊണ്ടുവരും. ആദ്യം കുറച്ച് ടോപ്പിക് വൈസിൽ പോട്ടെ. ഞാനറിയാം ഇങ്ങനെ പറയുന്ന സമയത്ത് ഇപ്പം അപ്പോയിൻമെൻറ്റ്സും ആ ഒരു കാര്യങ്ങൾ മാത്രം, അവാർഡ്സും കാര്യങ്ങളും മാത്രം, ഡേയ്സും കാര്യങ്ങളും മാത്രം, ഇനി സ്പോർട്സൊക്കെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതൊക്കെ നമുക്ക് വേഗം തീർക്കാം. എന്നിട്ട് മിസലേനിയസ് കാര്യങ്ങളിലേക്ക് പോകും. എന്നിട്ട് മിക്സ് ആയിട്ട് പഠിക്കാം. വേൾഡ് മലേറിയ ഡേ എന്താണ്? ഏപ്രിൽ 25 തീയതിയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് എല്ലാ വർഷവും. ഫോളോയിങ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻസ് മെമ്പർ സ്റ്റാറ്റസ് ഡ്യൂറിംഗ് 2007 വേൾഡ് ഹെൽത്ത് അസംബ്ലി. 2025 തീം ചോദിച്ചാൽ മലേറിയ എൻഡ്സ് വിത്ത് അസ് റീഇൻവെസ്റ്റ്, റീഇമാജ്, റീഇഗ്നൈറ്റ് എന്നാണ് തീം. വിത്ത് 80.5% റിഡക്ഷൻ ഇൻ മലേറിയ കേസസ് ആൻഡ് 78.3% റിഡക്ഷൻ ഇൻ ഡെത്ത് ബിറ്റ്വീൻ 2015 and 2023. Over 122 district reporting 0 cases in last year. The country is advancing with a renewed momentum towards achieving 0 indigenous cases by 2027 and setting a global benchmark in public health elimination efforts. India reaffirms steadfast കമ്മിറ്റ്മെന്റ് ടു എലിമിനേറ്റ് മലേറിയ ബൈ 2030. 2030 മലേറിയ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ വേണ്ടി കൂടെ നമ്മുടെ ഇന്ത്യ ലക്ഷ്യം വെക്കുന്നുണ്ട്. ഇനി മലേറിയയെ കുറിച്ച് പറഞ്ഞാൽ മലേറിയ എന്ന് പറഞ്ഞ ലൈഫ് ത്രെട്ടനിങ് ഡിസീസ് തന്നെയാണ് അല്ലേ. ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോസ് ആണ് ഈ പറഞ്ഞ മലേറിയ കാരണമാവുന്ന കൊതുകൾ. ചോദിക്കാറുണ്ട്. മലേറിയ ഈസ് എ ലൈഫ് ത്രെട്ടനിങ് ഡിസീസ് കോസ്ഡ് ബൈ പാരസൈറ്റ് ആൻഡ് spread to human through the bites of infected female Anopheles mosquitoes. According to the World Malaria Report, the estimated number of malaria deaths stood at 5,97,000 in 2023 compared to 6 lakh in 2022. India remains steadfast in its commitment to eliminate malaria by 2030. 2030 malaria eliminate ചെയ്യാൻ വേണ്ടിയിട്ടും ഇന്ത്യ ലക്ഷ്യം വെച്ചു. With the intermediate target of 0 indigenous case by 2027. The National Framework for Malaria Elimination in India 2016 തൊട്ട് 2030 വരെയാണ് നാഷണൽ ഫ്രെയിംവർക്ക് ഫോർ മലേറിയ എലിമിനേഷൻ ഇൻ ഇന്ത്യ വരുന്നത്. ദ റീസെൻ്റ്ലി ലോഞ്ച്ഡ് നാഷണൽ സ്ട്രാറ്റജി പ്ലാൻ ഫോർ മലേറിയ എലിമിനേഷൻ 2023-27 ആണ്. ബിൽഡ്സ് അപ്പോൺ ഏർലിയർ ഫ്രെയിംവർക്ക്സ് ആൻഡ് അലൈൻ വിത്ത് WHO ഗ്ലോബൽ ടെക്നിക്കൽ സ്ട്രാറ്റജി ഫോർ മലേഷ്യ 2016-2030. 122 ഡിസ്ട്രിക്ട് എന്താണ് 0 മലേറിയ കേസ് 2023 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റും കാര്യങ്ങളാണ് പറയുന്നത്. ദ നേഷൻ വൈഡ് ടെസ്റ്റ് ട്രീറ്റ് ട്രാക്ക് സ്ട്രാറ്റജി എൻഷ്യൂർസ് ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ടൈംലി ട്രീറ്റ്മെന്റ്. അതുകൂടെ മലേറിയയുമായിട്ട് ബന്ധപ്പെട്ടെന്ന് ഓർത്തു വയ്ക്കുക. വേൾഡ് ബ്ലഡ് ഡോണർ ഡേ 2025. 2025 വേൾഡ് ബ്ലഡ് ഡോണർ ഡേയെ കുറിച്ച് പലപ്പോഴായിട്ട് എന്താണ് 2025 മൊത്തത്തിൽ പലപ്പോഴായിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. സോ 2025 ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും. ആദ്യം നമുക്ക് അറിയേണ്ട കാര്യം എന്നാണ് ഈ വേൾഡ് ബ്ലഡ് ഡോണർ ഡേ എന്നതാണ് ആദ്യം അറിയാനുള്ളത്. മറ്റൊരു ദിനവുമല്ല, ജൂൺ 14 നമ്മൾ വേൾഡ് ബ്ലഡ് ഡോണർ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇതിന് പിന്നിലുള്ള ചരിത്രവും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാറുണ്ട്. എക്സാം പോയിന്റ് ഓഫ് പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യും. എവറി ഇയർ ഓൺ June 14 കൺട്രീസ് അറൌണ്ട് ദ ഗ്ലോബ് ഒബ്സർവ് വേൾഡ് ബ്ലഡ് ഡോണർ ഡേ ടു റെക്കഗ്നൈസ് ആൻഡ് അപ്രീഷിയേറ്റ് ദ ലൈഫ് സേവിംഗ് കോൺട്രിബ്യൂഷൻ ഓഫ് വോളണ്ടറി ബ്ലഡ് ഡോണേഴ്സ്. ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു
നമ്മൾ രക്തദാനം മഹാദാനം എന്നൊക്കെ പറയാറുണ്ടല്ലോ, ഒരു ജീവൻ തന്നെ ചിലപ്പോൾ നമുക്ക് രക്ഷിക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ രക്തം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ജീവൻ തന്നെ നിലനിർത്താൻ വേണ്ടി സാധിക്കും. ദിസ് ഡേ ഓൾസോ എയിംസ് ടു റൈസ് അവയർനെസ് അബൌട്ട് ദ കോൺസ്റ്റന്റ് നീഡ്സ് ഫോർ സേഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രൊഡക്ട്സ്. ഇവിടെ നമ്മൾ ബ്ലഡ് കൊടുക്കുന്നതൊക്കെ ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ കൊടുക്കുന്ന ബ്ലഡ് എന്താണ്, സേഫ് ആയിട്ടുള്ള രീതിയിൽ കൊടുക്കണം. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന കാര്യമാണല്ലേ, ഈ ഒരു ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ട ആൽക്കഹോൾ ഉപയോഗിക്കുന്ന കൺസ്യൂം ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് പോലുള്ള കാര്യങ്ങളിലുള്ള ആൾ ബ്ലഡിലൂടെ പകരുന്ന ഡിസീസും കാര്യങ്ങളൊക്കെ വരുന്നത്, അങ്ങനെയുള്ള ആളുകളും കൊടുക്കാൻ വേണ്ടി പാടില്ലെന്ന് പറയാറുണ്ടല്ലേ. സോ നമ്മൾ എപ്പോഴും കൊടുക്കുമ്പോഴെന്താണ് സേഫ് ആയിട്ടുള്ള രീതിയിൽ ആ ഒരു ബ്ലഡ് കൊടുത്തത് കൊണ്ട് വേറെ ഫ്യൂച്ചറിൽ പ്രശ്നം ഉണ്ടാവാനും പാടില്ല. ഡേറ്റ് മാർക്സ് ദ ബർത്ത്ഡേ ഓഫ് കാൾ ലാൻഡ്സ്റ്റൈനർ ഹു ഡിസ്കവേർഡ് AB-O ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം, ബോൺ ജൂൺ 14, 1868. ഈ പറയുന്ന ജൂൺ 14 എന്ന് പറഞ്ഞ ഡേറ്റ് ആരുടെ ജന്മദിനമാണെന്നറിയോ? കാൾ ലാൻഡ്സ്റ്റൈനറുടെ ജന്മദിനമാണ്. ആരാണ് കാൾ ലാൻഡ്സ്റ്റൈനർ? AB-O ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ഉണ്ടല്ലോ, ഇത് കണ്ടുപിടിച്ച വ്യക്തിയാണ് കാൾ ലാൻഡ്സ്റ്റൈനർ. അതും പരീക്ഷയുടെ ഇത് പ്രീവിയസ് ഒരു ചോദ്യമാണ്. ആരാണ് AB-O ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിച്ചെന്ന് ചോദിച്ചിട്ടുണ്ട്. കാൾ ലാൻഡ്സ്റ്റൈനർ ആണ് കണ്ടുപിടിച്ചത്. ജൂൺ 14 തീയതിയാണ് ഇദ്ദേഹത്തിന്റെ ജന്മദിനം. 1868 ജൂൺ 14 തീയതിയാണ് കാൾ ലാൻഡ്സ്റ്റൈനറുടെ ജന്മദിനം. തീം എന്താണ്? ഗീവ് ബ്ലഡ് ഗീവ് ഹോപ്പ്. സോ 2025 തീം നമുക്കിപ്പോൾ പഠിച്ചു വെക്കാൻ വേണ്ടി പറ്റത്തല്ലോ. കഴിഞ്ഞ പരീക്ഷകൾക്കൊക്കെ ഇപ്പം 2026 നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷകൾക്കും 2025 ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്, ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ 2026 ഇനി അപ്കമിംഗ് ആയിട്ട് വരാൻ വേണ്ടി പോകുന്ന എല്ലാ പരീക്ഷകൾക്കും ഇമ്പോർട്ടൻ്റ് ആണ് 2025. ഗിവ് ബ്ലഡ് ഗിവ് ഹോപ്പ് എന്നതാണ് തീം. ഫസ്റ്റ് ഒബ്സർവ്ഡ് ഇൻ 2004, ലോഞ്ച്ഡ് ബൈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. 2004 ആദ്യമായിട്ട് ഈ ഒരു ദിനം സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ ഒരു ദിനം കൊണ്ടുവരുന്നത് ആരാണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. ഇനി ദേശീയ തലത്തിൽ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നാഷണൽ ബ്ലഡ് ഡോണർ ഡേ ചോദിക്കുകയാണുള്ളത് ഒക്ടോബർ 1 തീയതി. ഒക്ടോബർ 2 തീയതി ഗാന്ധി ജയന്തിയാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അതുപോലെ ഒക്ടോബർ 1 തീയതി എന്താണ്? നാഷണൽ ബ്ലഡ് ഡോണർ ഡേ. 2 ദിനങ്ങൾ മാറിപ്പോവാതെ പഠിച്ചു വയ്ക്കണം. ജൂൺ 14 വേൾഡ് ബ്ലഡ് ഡോണർ ഡേ എങ്കിൽ നാഷണൽ ബ്ലഡ് ഡോണർ ഡേ എന്താണ്? ഒക്ടോബർ 1 തീയതിയാണ്. ഇനി അതുപോലെ മറ്റൊരു ദിനമാണ്, ജൂൺ മാസത്തിൽ ദിനമാണ് വേൾഡ് മിൽക്ക് ഡേ, പാൽ ദിനം എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. ഓക്കെ, വേൾഡ് മിൽക്ക് ഡേ സെലിബ്രേറ്റഡ് ഓൺ 1st June to highlight the nutrition, economic and environmental significance of milk as well as the role of dairy industry in the economy. സോ മിൽക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പാലുൽപ്പന്നങ്ങളും എന്താണ്, ചെറിയ കുട്ടികൾക്കടക്കം അവരുടെ വളർച്ചയ്ക്ക് ന്യൂട്രീഷൻ കണ്ടന്റിന് വേണ്ടിയിട്ട് ഒരുപാട് ഫലപ്രദമായുള്ള കാര്യമാണല്ലേ. ഈ ഒരു പാലുമായിട്ട് ബന്ധപ്പെട്ട കാൽസ്യം, ഒരുപാട് കാര്യങ്ങൾ, പാലുൽപ്പന്നങ്ങളും ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വിറ്റാമിൻസും കാര്യങ്ങളും ഒരുപാട് മിനറൽസും കാര്യങ്ങളൊക്കെ ന്യൂട്രീഷൻ എഫക്റ്റ് കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ ഒരു പാലുമായിട്ട് ബന്ധപ്പെട്ട്. സോ അതിനെക്കുറിച്ച് പറയുന്ന ഒരു ദിനമാണ് വേൾഡ് മിൽക്ക് ഡേ. ജൂൺ 1 തീയതിയാണ് വേൾഡ് മിൽക്ക് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. 2001 ഓൺവേർഡ്സ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ആണ് ഈ ഒരു വേൾഡ് മിൽക്ക് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. നമുക്ക് ഇപ്പം ലഭ്യമായുള്ള ആ ഒരു തീം പ്രകാരം 2025 തീം പഠിച്ചാൽ മതി. ലെറ്റ്സ് സെലിബ്രേറ്റ് ദ പവർ ഓഫ് ഡയറി എന്നതാണ് തീം. ഓക്കെ, ദിസ് ഇയർ ദ തീം എന്താണ്? വേൾഡ് മിൽക്ക് ഡേയുടെ ലെറ്റ്സ് സെലിബ്രേറ്റ് ദ പവർ ഓഫ് ഡയറി. Globally, milk production is growing steadily at a rate of 2% per year, but India stands out with a remarkable annual growth rate of 5.7%, proudly holding the title of a world's largest milk producer. ഇത് നമ്മുടെ റീസെന്റ് കറണ്ട് അഫെയറിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ലോകത്തെ ഏറ്റവും ലീഡിംഗ് മിൽക്ക് പ്രൊഡ്യൂസറായിട്ട് നമ്മുടെ ഇന്ത്യ മാറിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇന്ത്യയിൽ ഈ പറയുന്ന നാഷണൽ മിൽക്ക് ഡേ എന്നാണെന്ന് ചോദിക്കാറുണ്ട്. നവംബർ 26 തീയതിയാണ്. ഇതെന്ന് ഞാൻ പറഞ്ഞത് ജൂൺ 1 തീയതിയാണ് വേൾഡ് മിൽക്ക് ഡേ എങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ദേശീയ തലത്തിൽ നാഷണൽ മിൽക്ക് ഡേ വരുന്നത് നവംബർ 26 തീയതിയാണ്. ഡോക്ടർ വർഗീസ് കുര്യൻ്റെ, അദ്ദേഹത്തെയാണ് നമ്മൾ ഫാദർ ഓഫ് മിൽക്ക് റെവല്യൂഷൻ, വൈറ്റ് റെവല്യൂഷൻ ഇൻ ഇന്ത്യ എന്ന പേരിലൊക്കെ വിളിക്കുന്നത്. സോ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ്, അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കല്ല, അദ്ദേഹത്തിനോട് ആദരവ് എന്ന രീതിയിലാണ്. ഓക്കെ, ഇൻ ഇന്ത്യ നാഷണൽ മിൽക്ക് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ 26 November ടു കോമമറേറ്റ് ദ ബർത്ത് ആനിവേഴ്സറി ഓഫ് ഡോക്ടർ വർഗീസ് കുര്യൻ. ഡോക്ടർ വർഗീസ് കുര്യന്റെ ബർത്ത് ആനിവേഴ്സറി ആണ് നമ്മൾ ഈ പറയുന്ന നാഷണൽ മിൽക്ക് ഡേയുമായിട്ട് ബന്ധപ്പെട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഡോക്ടർ വർഗീസ് കുര്യൻ ഓൾസോ നോൺ ആസ് എ ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ ഓർ ഓപ്പറേഷൻ ഫ്ലഡ്. ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ ഫ്ലഡ് രണ്ടും ഒന്ന് തന്നെയാണല്ലോ. ഓപ്പറേഷൻ ഫ്ലഡ് എന്താണ്? പാലുൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ട്രാൻസ്ഫോംഡ് ഇന്ത്യ ഫ്രം എ ഡയറി ഡെഫിഷ്യൻ നേഷൻ ഇൻ ടു ദ വേൾഡ്സ് ടോപ്പ് മിൽക്ക് പ്രൊഡ്യൂസർ. ഒരു കാലഘട്ടത്തിൽ എന്താണ്? ഡയറി ഡെഫിഷ്യൻ നേഷൻ ആയിരുന്നു നമ്മുടെ ഇന്ത്യ. ഇപ്പം എന്താണ്? ടോപ്പ് മിൽക്ക് പ്രൊഡ്യൂസറായിട്ട് മാറിയിട്ടുണ്ട്. അതിന് ഒരു റീസണാണ് വൈറ്റ് റെവല്യൂഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ ഫ്ലഡ് ആണ്. ഇന്ത്യ ഹാസ് ബീൻ ദ വേൾഡ്സ് ടോപ്പ് മിൽക്ക് പ്രൊഡ്യൂസർ സിൻസ് 1998. 1998 തൊട്ടിട്ട് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും എന്താണ് ലീഡിംഗ് പ്രൊഡ്യൂസറായിട്ട്, മിൽക്ക് പ്രൊഡ്യൂസറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നൗ പ്രൊഡ്യൂസിങ് 25% ഓഫ് ഗ്ലോബൽ മിൽക്ക്. ലോകത്തിന്റെ 100 ലിറ്റർ പാൽ പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ അതിൽ 25 ലിറ്റർ എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഇന്ത്യയിലാണ്. ഞാൻ പറഞ്ഞ കണക്ക് പെർസെൻറ്റേജ് വെച്ചിട്ടാണ്. ഇനി ലോകത്ത് 100 ലിറ്ററെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് ചോദിച്ചാൽ ആരും വരണ്ട.
Between 2014 and 2015 and 2023-24, milk production rose 63.56% from 146.3 million tons to 239.2 million tons. ആക്ച്വലി ഇപ്പം എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂ ചോദ്യങ്ങൾ വരുന്നത് ഇങ്ങനെയാണ്. ഈ കണക്കുകൾ വെച്ചിട്ട് നമ്മുടെ ഇന്ത്യൻ എക്കണോമിയുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഡക്ഷൻ, അഗ്രികൾച്ചറും അതൊക്കെ കണക്ട് ചെയ്ത് ജിയോഗ്രഫിയും എക്കണോമിക്സും കറണ്ട് അഫയർ ഒക്കെ മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് മിൽക്ക് പ്രൊഡക്ഷനിൽ വന്ന് ഒരു വർധനവ്. ടോട്ടൽ ഗ്ലോബൽ മിൽക്ക് പ്രൊഡക്ഷൻ എത്ര ശതമാനം നമ്മുടെ ഇന്ത്യയുണ്ട്? ഇനി 2023-24 അവിടെ വന്ന വർധനവ് എത്രയാണ് അതൊക്കെ ചോദിക്കാം അല്ലേ. ടോപ്പ് മിൽക്ക് പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ് ആസ് പെർ ബേസിക് ആനിമൽ ഹസ്ബൻഡറി സ്റ്റാറ്റിസ്റ്റിക്സ് 2024 അവരുടെ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം അതും ചോദിക്കാറുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ നിലവിലെ ലീഡിങ് മിൽക്ക് പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ്സ് ഒന്ന് ഉത്തർപ്രദേശ്, ഒന്നാം സ്ഥാനത്ത് ഉത്തർപ്രദേശ് ആണല്ലേ. ഒന്നാം സ്ഥാനത്ത് ഏതാണ്? ഉത്തർപ്രദേശ് 16.21% മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടാം സ്ഥാനത്ത് രാജസ്ഥാനാണ് 14.51% മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മൂന്നാം സ്ഥാനത്ത് മധ്യപ്രദേശാണ് 8.91% മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നാലാം സ്ഥാനത്ത് ഗുജറാത്താണ് 7.65%. അഞ്ചാം സ്ഥാനത്ത് മഹാരാഷ്ട്രയാണ് 6.71% മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര ഈ രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഡയറി ഈസ് ഇന്ത്യസ് ലാർജസ്റ്റ് അഗ്രികൾച്ചർ കമ്മോഡിറ്റി. അതായത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ അഗ്രികൾച്ചർ കമ്മോഡിറ്റിയാണ് നമുക്ക് ഈ പറഞ്ഞ ഡയറി സെക്ഷൻ അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡക്ഷന് വിശേഷിപ്പിക്കാനും സാധിക്കും. ഏതാണ്ട് GDP 5% ഈ പറയുന്ന ഡയറി സെക്ടർ നമ്മുടെ ഇന്ത്യയിൽ കോൺട്രിബ്യൂഷനും നടത്തുന്നുണ്ട്. എ മേജർ ടേണിംഗ് പോയിന്റ് കെയിം ഇൻ 1965 when the National Dairy Development Board was created. ഇവിടെ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ രൂപീകരിക്കപ്പെട്ടത് 1965 ഡോക്ടർ വർഗീസ് കുര്യൻ, നോൺ ആസ് എ ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ, വാസ് അപ്പോയിന്റഡ് ടു ലീഡ് ഇറ്റ്. വർഗീസ് കുര്യനാണ് നമ്മൾ ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ എന്ന പേരിൽ വിളിക്കുന്നത്. ദിസ് ലേഡ് ദ ഫൗണ്ടേഷൻ ഫോർ ഓപ്പറേഷൻ ഫ്ലഡ് 1970-1996, one of the world's largest rural development programs. India now produces 25% of the world's milk. അതായത് 25% ലോകത്തിന്റെ മിൽക്ക് പ്രൊഡക്ഷൻ ഇന്ത്യയാണെന്ന് ഓൾറെഡി പറഞ്ഞു അല്ലേ. ഓക്കെ, ഇനി ഉറപ്പായിട്ട് വരുന്നത് ഇത്ര നേരമുള്ള കാര്യങ്ങൾ ഉറപ്പല്ലേ എന്ന് വെച്ചാൽ ഉറപ്പാണ്. ഇത് പക്ഷേ നമുക്കറിയാം, നിങ്ങൾക്ക് അറിയാം, ഇത് ചോദിക്കുന്നു. വേൾഡ് എൻവയോൺമെന്റ് ഡേ 2025, ലോക പരിസ്ഥിതി ദിനം. ലോക പരിസ്ഥിതി ദിനമായിട്ട് നമ്മൾ ജൂൺ 5 സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലേ. വേൾഡ് എൻവയോൺമെന്റ് ഡേ ഈസ് എ ഗ്ലോബൽ ഒബ്സർവൻസ് സെലിബ്രേറ്റഡ് ആനുവലി ഓൺ June 5 ടു റേസ് അവയർനെസ് ആൻഡ് എൻകറേജ് ആക്ഷൻസ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് അവർ എൻവയോൺമെന്റ്. നമ്മുടെ പരിസ്ഥിതിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ദിനം എന്താണ് വന്നിരിക്കുന്നത്. ജൂൺ 5 എന്ന് പറയുമ്പോൾ നമ്മൾ കൊച്ചുനാൾ മുതലേ പഠിച്ചു വരുന്ന സ്കൂളുകളിലൊക്കെ പരിസ്ഥിതി ദിനവുമായിട്ട് ബന്ധപ്പെട്ട പ്ലക്കാർഡ് നിർമ്മിക്കുക, അതുപോലെ പോസ്റ്റർ നിർമ്മാണം, അതൊക്കെ നമ്മൾ ചെയ്യാറില്ലേ. സോ ആ ഒരു ഡേറ്റ് മറക്കില്ല നമ്മളല്ലേ. അപ്പോൾ പരീക്ഷയ്ക്ക് ഡേറ്റ് ചോദിക്കാറില്ല. അവർ പിന്നെന്താണ് ഈ വർഷത്തെ ഹോസ്റ്റിംഗ് നേഷൻ, ഗ്ലോബൽ ഹോസ്റ്റ് ആരാണ്, ഈ വർഷത്തെ തീം എന്താണ്, ഇതൊക്കെയാണ് അവർ ചോദ്യങ്ങളായിട്ട് ഇപ്പോൾ ചോദിക്കാനുള്ളത്. വേൾഡ് എൻവയോൺമെന്റ് ഡേ 2025 ഈസ് ബീങ് സെലിബ്രേറ്റഡ് ഓൺ 5th June 2025. എല്ലാ വർഷത്തെയും പോലെ 2025 ജൂൺ 5 വേൾഡ് എൻവയോൺമെന്റ് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. വിത്ത് സൗത്ത് കൊറിയ, അതായത് റിപ്പബ്ലിക് ഓഫ് കൊറിയ സെർവിങ് ആസ് എ ഗ്ലോബൽ ഹോസ്റ്റ്. ആരാണ് ഗ്ലോബൽ ഹോസ്റ്റ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്? സൗത്ത് കൊറിയ ആണ്, അല്ല റിപ്പബ്ലിക് ഓഫ് കൊറിയ എന്ന് പറയാം. ദിസ് വാസ് ദ റിപ്പബ്ലിക് ഓഫ് കൊറിയ ഓഫ് സെക്കൻഡ് ടൈം ടു ഹോസ്റ്റ് ഗ്ലോബൽ ഒബ്സർവേഷൻ ഫോർ വേൾഡ് എൻവയോൺമെന്റ്. സോ രണ്ടാമത്തെ തവണയാണ് റിപ്പബ്ലിക് ഓഫ് കൊറിയ അല്ലെ സൗത്ത് കൊറിയ എന്താണ് വേൾഡ് എൻവയോൺമെന്റ് ഡേക്ക് ആതിഥേയത്വം വഹിക്കുന്നത്. 2025 തീം ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നതാണ്. എന്താണ് തീം? ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നതാണ് 2025 തീം. ഇന്ത്യസ് പ്രൈം മിനിസ്റ്റർ വിൽ പ്ലാന്റ് ബനിയൻ സാപ്ലിംഗ് അണ്ടർ ഏക് പേഡ് മാഖി നാം ഇനീഷ്യേറ്റീവ് ആസ് എ പാർട്ട് ഓഫ് ആരവലി ഗ്രീൻ വാൾ പ്രൊജക്ട്. ആരവലി ഗ്രീൻ വാൾ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് അവിടെ എന്താണ് നമ്മുടെ പ്രധാനമന്ത്രി ഒരു ബനിയൻ സാപ്ലിംഗ്, ബനിയൻ എന്ന് പറയുമ്പോൾ അരയാലാണല്ലേ, അരയാൽ വൃക്ഷത്തിന്റെ തൈ നട്ടിട്ടുണ്ട്. ഏക്ക് പേഡ് മാഖി നാം എന്ന് പറയുന്ന ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടാണത് ചെയ്തിട്ടുള്ളത്. ഇനി ഗ്ലോബൽ ഗോൾ എന്ന് പറയുന്നത് എൻഡ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ബൈ 2040. ഗ്ലോബൽ ഗോള് വേറെ, തീം വേറെ. തീം നമ്മൾ പറഞ്ഞു ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നാണ് തീം എങ്കിൽ അവിടെ എന്താണ് ഗ്ലോബൽ ഗോൾ എന്ന് പറയുന്നത് എൻഡ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ബൈ 2040 എന്നാണ്. വേൾഡ് എൻവയോൺമെന്റ് ഡേ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ യുണൈറ്റഡ് നാഷൻ ജനറൽ അസംബ്ലി 1972. 1972 വേൾഡ് എൻവയോൺമെന്റ് UN ജനറൽ അസംബ്ലി സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങുന്നത്. കോയിൻസൈഡിങ് വിത്ത് ദ ഓപ്പണിംഗ് ഡേ ഓഫ് സ്റ്റോക്ക്ഹോം കോൺഫറൻസ് ഓൺ ദ ഹ്യൂമൻ എൻവയോൺമെന്റ്, ദ ഫസ്റ്റ് മേജർ ഗ്ലോബൽ സമ്മിറ്റ് ഫോക്കസ്ഡ് ഓൺ എൻവയോൺമെന്റൽ ഇഷ്യൂസ്. ലോകത്ത് എൻവയോൺമെന്റൽ ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്ലോബൽ സമ്മിറ്റ് ആദ്യമായിട്ട് വരുന്നു അല്ലേ. അത് 1972 സംഭവിച്ച സ്റ്റോക്ക്ഹോം കോൺഫറൻസ് ആണ്. സ്റ്റോക്ക്ഹോം കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെന്റ് ആണ്. അത് ആദ്യമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. സോ അതിന്റെ ഭാഗമായിട്ട് എന്താണ് വേൾഡ് എൻവയോൺമെന്റ് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. ദ ഇവന്റ് ഹാസ് ബീൻ ലെഡ് ബൈ ദ യുണൈറ്റഡ് നാഷൻ എൻവയോൺമെന്റ് പ്രോഗ്രാം സിൻസ് ഇറ്റ്സ് ഇൻസെപ്ഷൻ ഇൻ 1970. 1973 UNEP ആരംഭിച്ച തൊട്ട് നമ്മൾ ഈ ഒരു ദിനം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. UNEP ഇതേ വർഷം തന്നെയാണ് 1973 തന്നെയാണ്. 1972 കോൺഫറൻസിന്റെ ഭാഗമാണ് 1973 സെലിബ്രേറ്റ് ചെയ്തു തുടങ്ങിയാണ്
ആ ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഫസ്റ്റ് ഡേ 1973 ആദ്യമായിട്ട് ഈ ഒരു ദിനം. ഞാൻ 1972 പറഞ്ഞത് കേട്ടിട്ട് അവിടെ 1972 വേൾഡ് എൻവയോൺമെന്റ് ആരംഭിച്ചു എന്ന് ചിന്തിക്കരുത്. അവിടെ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ 1972 സ്റ്റോക്ക്ഹോം കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെന്റ് ഇല്ലേ, അതിൻ്റെ ആഘോഷിച്ച അല്ലെങ്കിൽ അത് ആരംഭിച്ച അല്ലെങ്കിൽ അത് ചെയ്തതിൻ്റെ ആ ഒരു കോൺഫറൻസിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് 1973 ഓൺവേർഡ്സ് ഈ കാര്യം തുടങ്ങിയത്. അങ്ങനെ 1973 ആദ്യത്തെ വേൾഡ് എൻവയോൺമെന്റ് ഡേ വന്ന സമയത്ത് അതിൻ്റെ തീം എന്താണ്? ഓൺലി വൺ എർത്ത് എന്നതായിരുന്നു അതിൻ്റെ തീം. UN ജനറൽ അസംബ്ലി ഡിക്ലെയർസ് December 4 ആസ് ഇന്റർനാഷണൽ ഡേ അഗെയിൻസ്റ്റ് യൂണിലാറ്ററൽ കൊറോസീവ് മെഷേഴ്സ്. ഇതെന്താണ് കാര്യം? യൂണിലാറ്ററൽ കൊറോസീവ് മെഷേഴ്സ് എന്ന് പറയുമ്പം ചില രാജ്യങ്ങൾ ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് ഒരു ദുർബല കൺട്രി, ദുർബല ഇൻ ദ സെൻസ് മറ്റു രാജ്യങ്ങളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് അത്രത്തോളം പവർ ഉണ്ടാവില്ല, എക്കണോമിക് പവർ ഉണ്ടാവില്ല, പൊളിറ്റിക്കൽ പവർ അത്രത്തോളം ഉണ്ടാവില്ല അല്ലേ. സോ എന്ത് ചെയ്യും? മറ്റു രാജ്യങ്ങളെ സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ രാജ്യത്തെ ചില സാഹചര്യങ്ങൾ അടിച്ചമർത്തുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അവർ ഉപരോധിക്കുന്ന, അവർ എന്താ പറയുക, ഉൾപ്പെടുത്താത്ത രീതിയിലെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള കൊറോസീവ് മെഷേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട്, യൂണിലാറ്ററൽ കൊറോസീവ് മെഷേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ദിനം കൊണ്ടുവരികയാണ്. അതാണ് December 4 UN ജനറൽ അസംബ്ലി ഡിക്ലെയർ ചെയ്തത്. ദ യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലി ഹാസ് അഡോപ്റ്റഡ് എ റെസൊല്യൂഷൻ ഡിക്ലെയറിംഗ് December 4 എവറി ഇയർ ആസ് ദ ഇന്റർനാഷണൽ ഡേ അഗെയിൻസ്റ്റ് യൂണിലാറ്ററൽ കൊറോസീവ് മെഷേഴ്സ്. എന്താണ് ഇന്റർനാഷണൽ ഡേ അഗെയിൻസ്റ്റ് യൂണിലാറ്ററൽ കൊറോസീവ് മെഷേഴ്സ് ആണ് December 4 നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. യൂണിലാറ്ററൽ കൊറോസീവ് മെഷേഴ്സ് ആർ എക്കണോമിക് ഓർ പൊളിറ്റിക്കൽ ആക്ഷൻ taken by one state to pressure another into changing its policies. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ, പണ്ട് നമ്മുടെ അത് ആക്ച്വലി ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല, ഇവണെന്തോ എങ്കിൽ പോലും ഞാൻ പറയാം, മുൻപ് അമേരിക്ക വേൾഡ് എക്കണോമിക് ഫോറം അല്ല, വേൾഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് 1991 ന്യൂ എക്കണോമിക് പോളിസി നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടില്ല. ആ സമയത്ത് നമ്മുടെ ഇന്ത്യയിലെ നയങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി അങ്ങനെ വന്ന പുതിയ പോളിസിയാണ് ന്യൂ എക്കണോമിക് പോളിസി. സോ ഇത്തരത്തിൽ വേൾഡ് ബാങ്ക് ഒക്കെ എന്താണ് സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. ആ രീതിയിൽ അല്ലെങ്കിൽ എന്താണ് ആ രാജ്യത്തെ ഒറ്റപ്പെടുന്ന രീതിയിലേക്ക് അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചില്ല, ഒറ്റപ്പെടുന്ന രീതിയിലേക്ക് ആ ഫണ്ട് കൊടുക്കില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഓക്കെ, അതും ഇതും കൂട്ടിക്കെട്ടാൻ പറ്റുമോ എന്നറിയില്ല. ഇവണെന്തോ ഞാൻ ആ ഒരു കാര്യമാണ് പെട്ടെന്ന് മനസ്സിലാവുന്നത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സോ അങ്ങനെ രാജ്യങ്ങളെ എന്താണ് പ്രഷറൈസ് ചെയ്യുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് യൂണിലാറ്ററൽ കൊറോസീവ് മെഷേഴ്സ് ഡേ വന്നിട്ടുണ്ടായിരുന്നത്. ദ റെസൊല്യൂഷൻ എയിംസ് ടു റേസ് ഗ്ലോബൽ അവയർനെസ് ഓഫ് ദ ഹാംഫുൾ ഇമ്പാക്ട് ഓഫ് ദിസ് മെഷേഴ്സ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും പറഞ്ഞു. ഫേവറായിട്ട് 116 വോട്ടും വന്നു, 51 അഗെയിൻസ്റ്റ് ആയിട്ടുള്ള വോട്ടും വന്നു. അങ്ങനെ 2025 ആദ്യത്തെ ഇന്റർനാഷണൽ ഡേ അഗെയിൻസ്റ്റ് യൂണിലാറ്ററൽ കൊറോസീവ് മെഷേഴ്സ് വരികയും ചെയ്തു. നെക്സ്റ്റ് എന്താണ്? നാഷണൽ ആന്റി ടെററിസം ഡേ 2025. മെയ് 21 ആന്റി ടെററിസം ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാ വർഷവും എന്താണ് ആന്റി ടെററിസം ഡേ ആയിട്ട് നമ്മൾ ഈ പറയുന്ന മെയ് 21 ഈ ഒരു ദിനം രാജീവ് ഗാന്ധി നമ്മുടെ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു, അദ്ദേഹത്തെ എന്താണ് അസാസിനേഷൻ അങ്ങനെ തന്നെ പറയാം അല്ലെ, ബോംബാക്രമണത്തിലാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. സോ വളരെ ഭീകരകരമായിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു. അദ്ദേഹത്തിന് മാത്രമല്ല, ഇപ്പം അതിനു മുന്നേയുള്ള പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ കാര്യം നോക്കിയാലും അവിടെയൊക്കെ എന്താണ് അറ്റാക്കിങ് കാര്യങ്ങൾ തന്നെയാണല്ലേ, വെടിവെച്ച് കൊലപ്പെടുത്തി. അതുപോലെ ഇവിടെ എന്താണ് ടെററിസം തന്നെയാണ്. സോ ടെററിസം ആക്ഷൻ മറ്റു രാജ്യത്തിലെ ആളുകൾ അല്ലെങ്കിൽ ഈ രീതിയിൽ ആളുകൾ ചെയ്യുന്ന സമയത്ത് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നാഷണൽ ആന്റി ടെററിസം ഡേ കൊണ്ടുവരാൻ വേണ്ടി കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് തീരുമാനിക്കുകയും അങ്ങനെ മെയ് 21 രാജീവ് ഗാന്ധി അവിടെ കൊലപ്പെടുത്തിയ ആ ഒരു ദിനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു കാര്യം വന്നത്. സോ ഓർത്തു വയ്ക്കണം, നമ്മൾ എന്നാണ് നാഷണൽ ആന്റി ടെററിസം ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്? മെയ് 21 ദ ഡേയ്സ് മാർക്ക്ഡ് ബൈ എ പ്ലെഡ്ജ് taking ceremony among other activities. It was on this day in 1991 the former Prime Minister Rajiv Gandhi fell to the design of a terrorist. അതായത് ഈ പറഞ്ഞ പോലെ മാലയിട്ടിട്ട് അവിടെ എന്താണ് ഒരു പരിപാടിക്കിടയിൽ തമിഴ്നാടുവിലെ ഒരു പേരുണ്ടായിരുന്നു, ആ സ്ഥലത്തിൻ്റെ പേര് എന്തോ എസ് തുടങ്ങുന്ന പേരെങ്ങാണ്ടാണ്, വാട്ട് എവർ ഇറ്റ് ഈസ്, അതവിടെ നിൽക്കട്ടെ. സോ അങ്ങനെ എന്താണ് അദ്ദേഹത്തെ സൂയിസൈഡ് ബോംബർ ശ്രീപെരുമ്പത്തൂർ അടിയിലുണ്ടായിരുന്നു അല്ലേ, ശ്രീപെരുമ്പത്തൂർ തമിഴ്നാടുവിൽ രാജീവ് ഗാന്ധി കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സൂയിസൈഡ് ബോംബർ. അതിനുശേഷം VP സിംഗ് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് വരികയും അദ്ദേഹമാണ് മെയ് 21 നാഷണൽ ആന്റി ടെററിസം ഡേ ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് VP സിംഗ് കഴിഞ്ഞിട്ട് പിന്നെ PV നരസിംഹറാവു ഒക്കെ ഉണ്ട്. നെക്സ്റ്റ് ഇന്റർനാഷണൽ ഡേ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി 2025. എല്ലാ വർഷവും മെയ് 22 നമ്മൾ ഇന്റർനാഷണൽ ഡേ ഫോർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്തിനാണ്? ടു റേസ് a remember of the pressing need to take action and protect biodiversity. International Day for Biological Diversity as is commemorated on May 22 every year. എല്ലാ വർഷവും മെയ് 22 നമ്മൾ ഇന്റർനാഷണൽ ഡേ ഫോർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ വർഷത്തെ തീം ചോദിക്കും, പഠിച്ചു വെക്കണം, ഹാർമണി വിത്ത് നേച്ചർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നാണ്
തീം എന്താണ്? ഹാർമോണി വിത്ത് നേച്ചർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നാണ് ഈ വർഷത്തെ തീം. ഹൈലൈറ്റ്സ് ഹൗ ദിസ് ക്യാമ്പയിൻ ഫോർ നേച്ചർ കണക്ട്സ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. ഇന്റർനാഷണൽ ഡേ ഫോർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി കോമമറേറ്റ് ദ അഡോപ്ഷൻ ഓഫ് ദ കൺവെൻഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആണ് 22 മെയ് 1992 1992 മെയ് 22 കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി അഡോപ്റ്റ് ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്റർനാഷണൽ ഡേ ഫോർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇനീഷ്യലി സെലിബ്രേറ്റഡ് ഓൺ December 29. ദ ഡേറ്റ് വാസ് മൂവ്ഡ് ടു May 22 ടു മാർക്ക് ദ CBD, അതായത് കൺവെൻഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റീസ് അഡോപ്ഷൻ ആൻഡ് എനേബിൾ ഈസിയർ പ്ലാനിംഗ് ഓഫ് ഇവന്റ്സ് വേൾഡ് വൈഡ്. സോ ഇത്രമാത്രം പഠിച്ചാൽ മതി. ഇന്റർനാഷണൽ ഡേ ഫോർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്താണ്? May 22 നെക്സ്റ്റ് എന്താണ്? ഇന്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ്സ് 2020. എല്ലാ വർഷം എന്താണ്? July 5 നമ്മൾ ഇന്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ്സ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് അല്ലേ? ഓക്കെ, ഇന്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ്സ് എന്നാണ് July 5 ദ യുണൈറ്റഡ് നേഷൻ ഹാസ് ഡിക്ലെയർഡ് 2025 as the ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ്. ഓൾറെഡി എന്താണ് ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ് ആയിട്ട് 2025 UN പ്രഖ്യാപിച്ച UN ഇയേഴ്സ് ഉണ്ടല്ലോ, അതിൽ ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ് ആയിട്ടാണ് ഈ പറയുന്ന 2025 പ്രഖ്യാപിച്ചത്. അത് കൂടാതെ ഓൾറെഡി അവിടെ എന്താണ് July 5 ഇന്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ്സ് ആയിട്ടും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. തീം ചോദിച്ച കോപ്പറേറ്റീവ്സ് ബിൽഡ് എ ബെറ്റർ വേൾഡ് എന്നതാണ് തീം. യൂണിയൻ മിനിസ്റ്റർ അമിത്ഷാ വിൽ ഇനോഗ്രേറ്റ് കൺട്രീസ് ഫസ്റ്റ് നാഷണൽ ലെവൽ കോപ്പറേറ്റീവ് യൂണിവേഴ്സിറ്റി. അതിന്റെ പേര് എന്താണ്? ത്രിഭുവൻ സഹകാരി യൂണിവേഴ്സിറ്റി എന്നാണ്. ഗുജറാത്തിലെ ആനന്ദിൽ July 5 കൊണ്ടുവന്നത്. വേൾഡ് പോപ്പുലേഷൻ ഡേ 2025 ജനസംഖ്യാ ദിനം. ലോക ജനസംഖ്യാ ദിനം എന്നാണ് July 11 അല്ലേ? വേൾഡ് പോപ്പുലേഷൻ ഡേ ഈസ് എൻ ഇന്റർനാഷണൽ ഒബ്സർവൻസ് സെലിബ്രേറ്റഡ് ആനുവലി ഓൺ July 11 ടു ബ്രിങ് അവയർനെസ് ടു ദ വാരിഡ് ഇഷ്യൂസ് ഓഫ് വേൾഡ് പോപ്പുലേഷൻ. വേൾഡ് പോപ്പുലേഷനുമായിട്ട് ബന്ധപ്പെട്ട വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു അവബോധം നൽകാൻ വേണ്ടിയിട്ടാണ് വേൾഡ് പോപ്പുലേഷൻ ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ദ ഡേ ഈസ് ഓൾസോ കോൾഡ് ഇന്റർനാഷണൽ പോപ്പുലേഷൻ ഡേ ഓർ വേൾഡ് പോപ്പുലേഷൻ ഡേ. അതിന് നമ്മൾ എന്താണ്? ഇന്റർനാഷണൽ പോപ്പുലേഷൻ ഡേ, അതുപോലെ വേൾഡ് പോപ്പുലേഷൻ ഡേ എന്നൊക്കെ വിളിക്കാറുണ്ട്. ആൻഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ടു സെലിബ്രേറ്റ് ഫസ്റ്റ് ഡേ ഓഫ് 5 billion July 11, 1987 when the world's population was officially termed around 5 billion. ആക്ച്വലി ഈ പറഞ്ഞ July 11 പ്രത്യേകത എന്തുകൊണ്ട് July 11 നമ്മുടെ സെൻസസ് ഡേ ആയിട്ട്, സെൻസസ് അല്ലേ, പോപ്പുലേഷൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ 1987 ഒരു July 11 ലോകത്തിന്റെ ജനസംഖ്യ 500 കോടി കഴിഞ്ഞത്. ആ 500 കോടിയിൽ ഏതാണ്ട് അന്ന് 500 കോടി ഉണ്ടായിരുന്നപ്പോൾ ഇന്ത്യയുടെ ജനസംഖ്യ അറൗണ്ട് 100 കോടിക്കൊക്കെ അടുത്തായിരുന്നു. ഇന്നെന്താണ്? ഇന്ന് 800 കോടിക്ക് മേലെ ജനസംഖ്യയുണ്ട്. അവിടെ ഇന്ത്യയുടെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ 150 കോടിക്ക് അടുത്തോളം ഇന്ത്യയുടെ ജനസംഖ്യ വരുന്നല്ലേ. സോ ലോകത്ത് 500 കോടി ജനസംഖ്യ തികച്ച ദിനമെന്ന് പറഞ്ഞ July 11 1987. അതിന്റെ ഓർമ്മയ്ക്കായിട്ട് 1989 കൂട്ടിയിട്ട് എന്താണ് UNDP പറഞ്ഞു ഇങ്ങനെ ദിനം നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് UNDP പറയുകയും 89 UNDP 87 ഈ ദിനം വരികയും 500 കോടി കടക്കുകയും 89 UND അത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുകയും അങ്ങനെ 90 എന്താണ് ആദ്യമായിട്ട് വേൾഡ് പോപ്പുലേഷൻ ഡേ സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്തു. 2025 തീം എന്താണ്? എംപവറിംഗ് യങ് പീപ്പിൾ ടു ക്രിയേറ്റ് ദ ഫാമിലീസ് ദേ വാണ്ട് ഇൻ എ ഫെയർ ആൻഡ് ഹോപ്പ്ഫുൾ വേൾഡ്. എന്താണ്? എംപവറിംഗ് യങ് പീപ്പിൾ ടു ക്രിയേറ്റ് ദ ഫാമിലീസ് ദേ വാണ്ട് ഇൻ എ ഫെയർ ആൻഡ് ഹോപ്പ്ഫുൾ വേൾഡ് എന്നാണ് തീം വരുന്നത്. നെക്സ്റ്റ് എന്താണ്? മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം സൈസ് എൻ്റർപ്രൈസ് ഡേ June 27. June 27 നമ്മൾ MSME ഡേ ആയിട്ട് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ഉണ്ടല്ലേ. സോ ആ ഡേ ആയിട്ട് നമ്മൾ എന്താണ് June 27 MSME ഡേ ഓൾസോ നോൺ ആസ് എ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം സൈസ് എന്റർപ്രൈസ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ആനുവലി ഓൺ June 27. June 27 നമ്മൾ ഈ പറയുന്ന MSME ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ദിസ് ഡേ റെക്കഗ്നൈസ് ദ വൈറ്റൽ റോൾ ദാറ്റ് MSMEs പ്ലേ ഇൻ ഗ്ലോബൽ എക്കണോമിക് ഡെവലപ്മെന്റ്, പോവർട്ടി ഇറാഡിക്കേഷൻ ആൻഡ് ജോബ് ക്രിയേഷൻ. ലോകത്ത് എന്താണ് ഈ പറഞ്ഞ ഗ്ലോബൽ എക്കണോമിക് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടും പോവർട്ടി ഇറാഡിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടും ജോബ് ക്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ടും MSME പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ ഒരു മികച്ച പങ്ക് തന്നെ വഹിക്കുന്നുണ്ടല്ലേ. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. തീം ചോദിച്ചാൽ എൻഹാൻസിങ് ദ റോൾ ഓഫ് MSMEs ആസ് ഡ്രൈവേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഗ്രോത്ത് ആൻഡ് ഇന്നോവേഷൻ എന്നാണ് തീം. എന്താണ്? എൻഹാൻസിങ് ദ റോൾ ഓഫ് MSMEs ആസ് ഡ്രൈവേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഗ്രോത്ത് ആൻഡ് ഇന്നോവേഷൻ എന്നാണ്. UN ആണ് ഈ പറയുന്ന June 27 2017 ഓൺവേർഡ്സ് ഇത്തരത്തിൽ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ 2025 June 29 PC മഹൽനോബിസ്, പ്രശാന്ത് ചന്ദ്ര മഹൽനോബിസ്, നമ്മുടെ ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ആർക്കിടെക്ചർ, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ്, ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ്, ഈ രീതിയിലൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് PC മഹൽനോബിസ് അഥവാ പ്രൊഫസർ പ്രശാന്ത് ചന്ദ്ര മഹൽനോബിസ്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് June 29. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് എന്ന രീതിയിലൊക്കെ അറിയപ്പെടുന്നത് കൊണ്ട്
നമ്മൾ എന്താണ് ഇദ്ദേഹത്തിന് ജൂൺ 29 എന്ന് പറഞ്ഞ ആ ഒരു ജന്മദിനം ഉണ്ടല്ലോ, അത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇൻ റെക്കഗ്നീഷൻ ഓഫ് ദ റിമാർക്കബിൾ കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ പ്രൊഫസർ ലേറ്റ് Prashant Chandra Mahal Nobis to the field of statistics and economic planning. The government of India has designated his birthday 29th June as Statistics Day. നമ്മുടെ ഇന്ത്യയിൽ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. The primary objective of celebrating this day is to raise public awareness, particularly among younger generation, about the pivotal role of statistics in policy formulation for നാഷണൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്പേഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളാണല്ലേ. ദ സെലിബ്രേഷൻ ഫോർ ദ 19th സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ വാസ് സെലിബ്രേറ്റഡ് ഓൺ ഡോക്ടർ അംബേദ്കർ ഇന്റർനാഷണൽ സെന്റർ ഇൻ ന്യൂഡൽഹി. 19ാമത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആണ് അവിടെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. തീം ചോദിച്ചാൽ 75 ഇയേഴ്സ് ഓഫ് നാഷണൽ സാമ്പിൾ സർവേ എന്നാണ് തീമും കാര്യങ്ങളും. നെക്സ്റ്റ് എന്താണ് നാഷണൽ ഡോക്ടേഴ്സ് ഡേ 2025 ആണ്. നാഷണൽ ഡോക്ടേഴ്സ് ഡേ സെലിബ്രേറ്റഡ് ഓൺ 1st July every year to recognize the invaluable work done by doctors and physicians and thank them for their dedicated service. സോ നമ്മുടെ ഇന്ത്യയിൽ എന്താണ് ഈ ഡോക്ടേഴ്സും അതുപോലെ ഫിസിഷ്യൻസും നമ്മുടെ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് നൽകുന്ന കോൺട്രിബ്യൂഷൻ ആണ് നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആക്ച്വലി ഈ ഒരു ദിനം ജൂലൈ 1 എന്ന് പറയുന്ന പർട്ടിക്കുലർ ദിനം നമ്മൾ എന്തുകൊണ്ട് ചൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫിസിഷ്യനാണ് BC റോയ് അഥവാ ബിധാൻ ചന്ദ്ര റോയ്, ഡോക്ടർ ബിധാൻ ചന്ദ്ര റോയ്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഈ പറയുന്ന ജൂലൈ 1-ാം തീയതി. സോ അദ്ദേഹത്തോടുള്ള ആദരവ് എന്ന രീതിയിലാണ് നമ്മൾ എന്താണ് ജൂലൈ 1-ാം തീയതി നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ദ ഡേ ഓൾസോ മാർക്സ് ദ ബർത്ത് ആൻഡ് ഡെത്ത് ആനിവേഴ്സറി. ഒരേ ദിവസമാണല്ലേ, ഒരു ഭാഗ്യമല്ലേ ആക്ച്വലി. നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ ജന്മദിനവും നമ്മുടെ ഡെത്ത് ഡേയും ഒരേ ദിവസമാണല്ലേ. സോ സന്തോഷം ഒരു ദിവസമാണ്, സങ്കടം ഒരു ദിവസമാണ്. ഓക്കെ, സോ അങ്ങനെ റെയറായിട്ടേ സംഭവിക്കാറുള്ളൂ, എല്ലാവർക്കും സംഭവിക്കാറുണ്ടോ? പിന്നെന്ത് ചെയ്യണം, നമ്മൾ ജനിച്ച ദിവസം നമ്മളെ തല്ലിക്കൊല്ലണം, അപ്പോൾ ശരിയാ. ഓക്കെ, അല്ലാതെ രീതിയിൽ എന്താണ് സ്വാഭാവിക മരണമാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. സോ ആ രീതിയിൽ ഇദ്ദേഹത്തിൻ്റെയൊക്കെ സ്വാഭാവിക മരണമാണ് ഞാൻ പറയുന്നതായിട്ട് നിങ്ങളൊന്നും ചിന്തിച്ചു കൂട്ടണ്ട. ഞാനങ്ങനെ പലതും പറയും. ഡോക്ടർ ബിധാൻ ചന്ദ്ര റോയ് എന്താണ് നമ്മുടെ രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട ഫിസിഷ്യൻ ആയിരുന്നു. ദ ഡേ വാസ് ഒഫീഷ്യൽ എസ്റ്റാബ്ലിഷ് 1991 ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. 1991 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് ഈ ദിനം എന്താണ് ഒഫീഷ്യലി സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. 2025 തീം ചോദിച്ചാൽ ബിഹൈൻഡ് ദ മാസ്ക് ഹൂ ഹീൽസ് ദ ഹീലേഴ്സ് എന്നായിരുന്നു തീം. ബിഹൈൻഡ് ദ മാസ്ക് ഹൂ ഹീൽസ് ദ ഹീലേഴ്സ് എന്നായിരുന്നു. ഹീലേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, സാധാരണ നമുക്കൊരു അസുഖം വന്നാൽ ഹീൽ ചെയ്യിപ്പിക്കുന്നവരാണ് ഡോക്ടേഴ്സും, അവരെ ആരും ഹീൽ ചെയ്യിപ്പിക്കും, അതാണ് തീം. ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ദിനമാണ്, ഞാൻ പറയുന്ന എല്ലാം പ്രധാനപ്പെട്ട ദിനമാണ്, ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല, എല്ലാം പ്രധാനപ്പെട്ട ദിനം എന്ന് പറയുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കും. കറക്റ്റാണ്, എല്ലാം പ്രധാനപ്പെട്ടതാണ്, ഔട്ട് ചെയ്തിട്ടാണ് കാര്യം ഇട്ടത്. ഗുഡ്സ് ആൻഡ് സർവീസ് ഡേ 2025 GST ദിനമാണല്ലേ. ഗുഡ്സ് ആൻഡ് സർവീസ് ഡേ ആയിട്ട് നമ്മൾ എന്താണ് ജൂലൈ 1-ാം തീയതിയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ജൂലൈ 1-ാം തീയതി തന്നെയാണ് ഡോക്ടേഴ്സ് ഡേയും പറഞ്ഞത്, അതേ ദിനം തന്നെയാണ്. ദ GST ഡേ 2025 commemorating 8th anniversary of introduction of goods and service tax was celebrated by the Central Goods and Service Tax Bengaluru Zone on July 1st 2025. 2025 ജൂലൈ 1-ാം തീയതിയാണ് നമ്മൾ എന്താണ് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ GST ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ 8ാമത്തെ ആനിവേഴ്സറി, GST വന്നതിൻ്റെ 8ാമത്തെ ആനിവേഴ്സറി കൂടിയാണല്ലേ. ദ 8th GST ഡേ ഈസ് മാർക്ക്ഡ് ബൈ buoyant tax collection in the state of Karnataka, resulting overall collection of 1.61 lakh crore financial year 2024-25. This makes Karnataka the second highest tax collecting state after Maharashtra. മഹാരാഷ്ട്രയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ടാക്സ് കളക്ട് ചെയ്യുന്ന രണ്ടാമത്തെ സംസ്ഥാനമായിട്ട് കർണാടക മാറിയിട്ടുണ്ട്. അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വെച്ചാൽ മതി. 2025 തീം എന്താണ്, GST at 8 റീ ഇമേജിന് ഇൻഡയറക്റ്റ് ടാക്സേഷൻ വിത്ത് AI. എന്താണ് GST at 8 റീ ഇമേജിന് ഇൻഡയറക്റ്റ് ടാക്സേഷൻ വിത്ത് AI എന്നാണ് തീം. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഓൺ July 1st 2017 എ സിഗ്നിഫിക്കൻറ്റ് റീഫോം എയിംഡ് അറ്റ് ക്രിയേറ്റിംഗ് വൺ നാഷൻ വൺ ടാക്സ് റിജീം. അതായത് ഒരു രാജ്യം ഒരു ടാക്സ് എന്ന രീതിയിലാണ് ആ ഒരു തീം വരുന്നത് അല്ലേ, അതുകൂടെ ഓർത്ത് വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ് ഇന്റർനാഷണൽ ഡേ ഓഫ് വുമൺ ഇൻ ഡിപ്ലോമസി 2025. ജൂൺ 24-ാം തീയതിയാണ് നമ്മൾ ഇന്റർനാഷണൽ ഡേ ഓഫ് വുമൺ ഇൻ ഡിപ്ലോമസി ആയിട്ട് ആചരിക്കുന്നത്. ദ ഇന്റർനാഷണൽ ഡേ ഓഫ് വുമൺ ഇൻ ഡിപ്ലോമസി ഇസ് സെലിബ്രേറ്റഡ് ഓൺ June 24th. The day was established by the UN General Assembly to recognize the crucial role women play in diplomacy and to advocate for gender equality in international relations. Designed by the UN General Assembly during 76th section in 2022. 2022 UN ജനറൽ അസംബ്ലിയുടെ 76ാമത്തെ സെഷൻ നടന്ന സമയത്താണ് ഈ ഒരു കാര്യം ഒഫീഷ്യലായിട്ട് തീരുമാനിക്കുന്നത്. എന്നിട്ട് 2023 ജൂൺ 24-ാം തീയതി ഓൺവേർഡ്സ് എന്താണ് അവർ ഈ ദിനം സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങിയത്. 2021, 24, 25 മൂന്നാമത്തെ വുമൺ ഇന്റർനാഷണൽ ഡേ ഓഫ് വുമൺ ഡിപ്ലോമസി മാത്രമാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. 2025 തീം ചോദിച്ച എലിമിനേറ്റിംഗ്
സ്ട്രക്ചറൽ ബാരിയേഴ്സ് ടു വുമൺസ് ലീഡർഷിപ്പ് ഇൻ ഡിപ്ലോമസി എന്നതാണ് തീം വരുന്നത്. തീം ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഇനി ഉറപ്പായിട്ട് ചോദിക്കുന്നത്, ഞാൻ വീണ്ടും ഉറപ്പ് പറഞ്ഞു അല്ലേ, ഉറപ്പായിട്ട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം ഇന്റർനാഷണൽ യോഗ ഡേ. 11th ഇന്റർനാഷണൽ യോഗ ഡേ ആയിരുന്നു 2025 നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത് അവസാനമായിട്ട് വന്ന് യോഗ ഡേയും 2025 സോ ജൂൺ 21 തീയതിയാണ് നമ്മൾ ഇന്റർനാഷണൽ യോഗ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദ 11th ഇന്റർനാഷണൽ Day of Yoga witnessed an unprecedented global celebration on June 21st with over 2,000 yoga events held across 191 countries, reinforcing yoga's universal message of wellness, peace and unity. 2000-ഓളം യോഗ ഇവൻസ് അല്ല, 191 രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട 2000-ഓളം യോഗ ഇവൻസ് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടക്ട് ചെയ്തത്. ഡൊമസ്റ്റിക്കലി ദ സ്കെയിൽ ഓഫ് എൻഗേജ്മെന്റ് വാസ് മാസീവ് വിത്ത് 13.04 lakh യോഗ ഇവൻസ് registered across India through the yoga portal by June 20. This year's celebration will be led by Prime Minister Narendra Modi from Visakhapatnam, Andhra Pradesh. ഈ വർഷത്തെ 2025 ഈ വർഷത്തെ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷത്തെ, ഓക്കെ 2025 കാരണം 2026 ജൂൺ ആയിട്ടില്ല. ദിസ് ഇയർ സെലിബ്രേഷൻ വിൽ ബി ലെഡ് ബൈ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഫ്രം വിശാഖപട്ടണം, ആന്ധ്രാപ്രദേശ്. തീം 2025 തീം എന്താണ്? യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത്. 2025 ഇന്റർനാഷണൽ യോഗ ഡേയുടെ തീം എന്താണ്? യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് എന്താണ് തീമൊക്കെ നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചാൽ മതി. ഇത്തവണ യോഗ ഡേയുമായിട്ട് ബന്ധപ്പെട്ട 4 പ്രധാനപ്പെട്ട ഇവന്റ്സ് നടന്നിട്ടുണ്ട്. 1 യോഗ മഹോത്സവ്, 2 യോഗ സംഗമം, 3 യോഗ ബന്ധൻ, 4 യോഗ മഹാകുംഭം. എ ലാൻഡ്മാർക്ക് മൊമെന്റ് കെയിം ഫ്രം വിശാഖപട്ടണം വെർ 2 ഗിന്നസ് വേൾഡ് റെക്കോർഡ് വെർ സെറ്റ്. ദ ലാർജസ്റ്റ് യോഗ ഗാദറിംഗ് അറ്റ് സിംഗിൾ വെന്യൂ വിത്ത് അസ്റ്റൗണ്ടിങ് 3.02 lakh പാർട്ടിസിപ്പന്റ്. അതായത് ഒരു സിംഗിൾ വെന്യൂയിൽ വെച്ച് 3.02 ലക്ഷം പാർട്ടിസിപ്പൻസ് യോഗയുമായിട്ട് ബന്ധപ്പെട്ട് പങ്കെടുത്തു. ദ ലാർജസ്റ്റ് മാസ് സൂര്യ നമസ്കാർ ഡെമോൺസ്ട്രേഷൻ പെർഫോംഡ് ബൈ 22,122 ട്രൈബൽ സ്റ്റുഡൻസ് ഓൺ ജൂൺ 20. അതുകൂടെ ഓർത്ത് വെച്ചാൽ മതി. 22,122 ട്രൈബൽ സ്റ്റുഡൻസ് എന്താണ് സൂര്യ നമസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് പങ്കെടുത്തു. റെക്കഗ്നൈസിംഗ് ഇറ്റ്സ് യൂണിവേഴ്സൽ അപ്പീൽ ഓൺ December 11, 2014, UN General Assembly proclaimed June 21st as the International Day of Yoga. അങ്ങനെ ജൂൺ 21 എന്താണ് 2014 ഡിസംബർ 11 നമ്മുടെ ഇന്ത്യ ആവശ്യപ്പെട്ടു, ഇങ്ങനെ ഒരു ദിനം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം, നമ്മുടെ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട യോഗ ആരംഭിക്കുന്ന ഇന്ത്യയിലാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രപ്പോസൽ മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ദ ഡ്രാഫ്റ്റ് റെസൊല്യൂഷൻ എസ്റ്റാബ്ലിഷിംഗ് ദ ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗ വാസ് പ്രപ്പോസ്ഡ് ബൈ ഇന്ത്യ ആൻഡ് വാസ് എൻഡോസ്ഡ് ബൈ എ റെക്കോർഡ് 175 മെമ്പർ സ്റ്റേറ്റ്സ്. സോ നമ്മുടെ ഇന്ത്യയാണ് ഈ ഒരു ആവശ്യം മുന്നോട്ടേക്ക് വെച്ചത്. 175ഓളം രാജ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ദ പ്രപ്പോസൽ ഇൻ ഹിസ് അഡ്രസ് ഡ്യൂറിംഗ് ദ ഓപ്പണിംഗ് ഓഫ് 69th സെഷൻ ഓഫ് ദ UN General Assembly ഓൺ September 27, 2014. 2014 സെപ്റ്റംബർ 27 എന്താണ് ഇതുമായിട്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക്. സെപ്റ്റംബർ 27 2014 എന്താണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഈ ഒരു കാര്യങ്ങൾ 69th ജനറൽ അസംബ്ലിയിൽ ആവശ്യപ്പെടുകയും ഡിസംബർ 11 സമയത്ത് അത് ആ ഒരു അപ്പീൽ ഉണ്ടല്ലോ അത് റെക്കഗ്നൈസ് ചെയ്യുകയും ചെയ്തു. ദ ഡേറ്റ് ഓഫ് June 21 വാസ് ചൂസൺ ആസ് എ സമ്മർ സോൾസ്റ്റൈസ്. അതായത് പകലിന് ദൈർഘ്യം കൂടിയ ആ ഒരു ദിനം കിട്ടിയാണ്. പകലെന്ന് പറയുന്നത് കുറച്ച് ദൈർഘ്യം കൂടുതലാണ്, രാത്രി ആവാൻ വേണ്ടി. സാധാരണ നമുക്കൊരു 6:30 രാത്രി ആകുന്നുണ്ട്, ഇത് ചിലപ്പോൾ 7 മണിയാവും. ആ രീതിയിലാണ് സമ്മർ സോൾസ്റ്റൈസ് പറയുന്നത്. ദ ലോങ്സ്റ്റ് ഡേ ഓഫ് ദ ഇയർ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. അതും ചോദിക്കാറുണ്ട്, സമ്മർ സോൾസ്റ്റൈസുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. നോർത്തേൺ ഹെമിസ്ഫിയറിലെ ലോങ്സ്റ്റ് ഡേ കൂടിയാണ്. അതുമാത്രമല്ല ഇന്റർനാഷണൽ ഡേ ഓഫ് മ്യൂസിക് കൂടിയാണ് അല്ലെ. മ്യൂസിക് ഡേ ഒന്നാണ്, സമ്മർ സോൾസ്റ്റൈസ് ഡേ ഒന്നാണ്, യോഗ ഡേയും ഒന്നാണ്. എല്ലാം ജൂൺ 21 Since its first edition in 2015, India has led the celebration globally under the aegis of a Ministry of Ayush with active support from state government, Indian Mission Abroad and UN agencies. Okay, Ministry of ആയുഷുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്? ഇന്റർനാഷണൽ ഒളിമ്പിക് ഡേ 2025. 2025 ഇന്റർനാഷണൽ ഒളിമ്പിക് ഡേ. ഇന്റർനാഷണൽ ഒളിമ്പിക് ഡേ 2025 is celebrated on June 23 every year. എല്ലാ വർഷവും ജൂൺ 23 നമ്മൾ ഇന്റർനാഷണൽ ഒളിമ്പിക് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് സെലിബ്രേറ്റ് ചെയ്തത് 1948 1948 ഇന്റർനാഷണൽ ഒളിമ്പിക് ഡേ ആദ്യം സെലിബ്രേറ്റ് ചെയ്തത്. കോമമറേറ്റ്സ് ദ ഫൗണ്ടിംഗ് ഓഫ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഓൺ June 23, 1894 ഇൻ പാരീസ്. 1894 ജൂൺ 23 പാരീസിൽ വെച്ചിട്ടാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നത്. ആ കമ്മിറ്റി പിന്നീട് തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ട് 1896 ആദ്യത്തെ എന്താണ് ഈ പറഞ്ഞ ആദ്യത്തെ ഒളിമ്പിക് ഗെയിംസ് അവിടെ മോഡേൺ ഒളിമ്പിക് ഗെയിംസിന്റെ ആദ്യത്തെ എഡിഷൻ നടക്കുകയും ചെയ്തു. ആൻഷ്യന്റ് അതിന് മുന്നേ ഉണ്ട്.
തീം ചോദിച്ചാൽ ലെറ്റ്സ് മൂവ് എന്നാണ് തീമും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയും അതുപോലെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും സംയുക്തമായിട്ട് ചേർന്നുകൊണ്ടാണ്. ഇനി 79ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ ഓഫ് ഇന്ത്യ 2025 നമ്മുടെ ഇന്ത്യയുടെ 79ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആണല്ലേ. ദ നേഷൻ സെലിബ്രേറ്റ് 79th ഇൻഡിപെൻഡൻസ് ഡേ ഓൺ 15th August വിത്ത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ലെഡ് സെലിബ്രേഷൻ ഫ്രം ദ ഐക്കോണിക് റെഡ് ഫോർട്ട് ഇൻ ഡൽഹി. ഐക്കോണിക് റെഡ് ഫോർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ചെങ്കോട്ടയാണ്. ഓക്കെ, ചെങ്കോട്ടയിൽ വെച്ചിട്ട് ആണ് എല്ലാ വർഷവും പതാക ഉയർത്തുന്ന കാര്യങ്ങൾ വരാറുള്ളത്. സോ ഈ വർഷം എത്രാമത്തെയാണ്, 79ാമത്തെ സ്വാതന്ത്ര്യ സമര അല്ലെ വിജയ ദിനമാണ്. 1947 ഓഗസ്റ്റ് 15-ാം തീയതിയാണ് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. തീം ചോദിക്കും നയാ ഭാരത് എന്നാണ് 2025 79ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേയുടെ തീം. അതുപോലെ എന്താണ് 2047 എന്താണ് നമ്മൾ വികസിത് ഭാരത് എന്ന് പറയുന്ന കൺസെപ്റ്റ്. 2047 പറ്റിയത് എന്താണ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 100 വർഷങ്ങളാവുകയാണല്ലേ. ദ തീം ക്യാപ്ചേഴ്സ് ദ നാഷൻസ് ആസ്പിറേഷൻസ് ഫോർ പ്രോസ്പെരിറ്റി, സെക്യൂരിറ്റി ആൻഡ് സെൽഫ് കോൺഫിഡൻസ് ആസ് ഇറ്റ്സ് മൂവ്സ് റാപ്പിഡ്ലി ഫോർവേഡ് പാത്ത് ഓഫ് ട്രാൻസ്ഫോർമേഷൻ. നെക്സ്റ്റ് എന്താണ്, CRPF സെലിബ്രേറ്റ്സ് 87th ഫൗണ്ടേഷൻ ഡേ. CRPF അതിന്റെ 87ാമത്തെ ഫൗണ്ടേഷൻ ഡേയും കാര്യങ്ങളും ആചരിക്കുകയാണ്, സെലിബ്രേറ്റ് ചെയ്യുകയാണല്ലേ. CRPF എന്ന് പറയുമ്പോൾ എന്താണ്, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ആണ്. CRPF പൂനെ സെലിബ്രേറ്റഡ് 87th ഫൗണ്ടേഷൻ ഡേ ഓഫ് ദ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് വിത്ത് ഗ്രേറ്റ് സീൽ ആൻഡ് പാട്രിയോട്ടിക് ഫെർവർ. ഓക്കെ, 87ാമത്തെ ഫൗണ്ടേഷൻ ഡേ ആണ് അവരുടെ. ദ ഫോഴ്സ് ഒറിജിനലി റൈസ്ഡ് ആസ് എ ക്രൗൺ റെപ്രസെന്റേറ്റീവ് പോലീസ് on 27th July 1930. 1939 ജൂലൈ 27-ാം തീയതിയാണ് ഈ പറഞ്ഞ CRPF എന്താണ് ക്രൗൺസ് റെപ്രസെന്റേറ്റീവ് പോലീസ് എന്ന രീതിയിൽ വരുന്നത്. പിന്നീട് എന്താണ് ഇത് പേര് മാറ്റിയിട്ട് 1949 ഇന്ന് കാണുന്ന രീതിയിൽ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഫോഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. CRPF റിമെയിൻസ് ദ ഓൺലി പാരാമിലിറ്ററി ഫോഴ്സ് ഇൻ ഇന്ത്യ വിത്ത് 6 ഓൾ വുമൺ ബറ്റാലിയൻസ്. 6 ഓൾ വുമൺ ബറ്റാലിയൻസ് ഉള്ള ഏക ഫോഴ്സ് കൂടിയാണ് CRPF. അതും ഓർത്തു വയ്ക്കുക. നാഷണൽ ഫ്ലാഗ് ഡേ ഇൻ ഇന്ത്യ 2025 2025 നമ്മുടെ ഇന്ത്യയിലെ നാഷണൽ ഫ്ലാഗ് ഡേ ആണല്ലേ. ഇന്ത്യ ഒബ്സർവ്ഡ് നാഷണൽ ഫ്ലാഗ് ഡേ തിരങ്ക അഡോപ്ഷൻ ഡേ എന്ന് പറയും. 22 July 2025 നമ്മൾ തിരങ്ക ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ടു മാർക്ക് ദ ആനിവേഴ്സറി ഓഫ് ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ്സ് ഒഫീഷ്യൽ അഡോപ്ഷൻ ബൈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി 1947 1947 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്താണ് ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗ് ഉണ്ടല്ലോ അത് ഒഫീഷ്യൽ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ നാഷണൽ ഫ്ലാഗ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ദ നാഷണൽ ഫ്ലാഗ് ഇൻ പൊസഷൻ of Archaeological Survey of India at Fort St. George Museum in Chennai is known as oldest surviving Indian national flag. നമ്മുടെ ഇന്ത്യയിലെ ഓൾഡസ്റ്റ് സർവൈവിംഗ് നാഷണൽ ഫ്ലാഗ് എവിടെയാണുള്ളത്, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ചെന്നൈയിലാണ്, ചെന്നൈ മ്യൂസിയത്തിലാണ് വരുന്നത്. അതുപോലെ 1947 ഓഗസ്റ്റ് 15-ാം തീയതി എന്താണ് അത് ഫോർട്ട് സെന്റ് ജോർജ് ചെന്നൈയിൽ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യയിൽ 2002 ഫ്ലാഗ് കോഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത്. കേമിൻഡ് ഫോഴ്സ് ചോദിച്ചാൽ 2002 ജനുവരി 26-ാം തീയതിയാണ് നമ്മുടെ ഫ്ലാഗ് ഉയർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചില ചട്ടക്കൂടുകളും നിബന്ധനകളും ഉണ്ടല്ലേ. എപ്പോൾ ഉയർത്താം, എപ്പോൾ താഴ്ത്തണം, എങ്ങനെ ഉയർത്തണം, അതൊക്കെ കൃത്യമുള്ള റൂൾസും കാര്യങ്ങളും വരുന്നുണ്ട്. ഇനി ഇതിന്റെ ചരിത്രം നോക്കിയാൽ 1904 എന്താണ് സിസ്റ്റർ നിവേദിതയാണ് ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ് അന്നത്തെ ഡിസൈൻ കൊണ്ടുവരുന്നത്. ഇറ്റ് ഫീച്ചർ റെഡ് ആൻഡ് യെല്ലോ വിത്ത് വജ്ര, സ്ട്രെങ്തിനെയാണ് വജ്ര ഡിനോട്ട് ചെയ്യുന്നത്. ഈ വൈറ്റ് ലോട്ടസ് എന്താണ് പ്യൂരിറ്റിയും അതുപോലെ വന്ദേ മാതരം അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. 1906 എന്താണ് സ്വദേശി മൂവ്മെന്റ് ഫ്ലാഗ് വന്നു. കൺസിഡർ ദ ഫസ്റ്റ് ട്രൈ കളർ ഇറ്റ് വാസ് ഹോസ്റ്റഡ് ഇൻ കൽക്കത്ത വിത്ത് ഗ്രീൻ യെല്ലോ ആൻഡ് റെഡ് ഹോറിസോണ്ടൽ സ്ട്രൈപ്സ്. ഇറ്റ് ഫീച്ചേർഡ് ലോട്ടസ്, എ സൺ, എ ക്രസന്റ്, മൂൺ ആൻഡ് ദ വേർഡ് വന്ദേ മാതരം എന്ന് പറയുന്ന വേർഡ് അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. 1907 സപ്തഋഷി ഫ്ലാഗ് വന്നു. അത് മാഡം വിക്കാജി ഗാമ ജർമ്മനിയിൽ വെച്ചിട്ടാണ് ഉയർത്തുന്നത്. ഇറ്റ് ഹാഡ് എ ഗ്രീൻ, സാഫ്രോൺ ആൻഡ് റെഡ് സ്ട്രൈപ്സ് വിത്ത് ലോട്ടസ്, വന്ദേ മാതരം, എ സൺ ആൻഡ് ക്രസന്റ്, മൂൺ. 1917 ഹോം റൂൾ മൂവ്മെന്റ് ഫ്ലാഗ് അനി ബസന്റും ബാലഗംഗാധര തിലകനുമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ 1921 പിംഗലി വെങ്കയ്യ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിന്റെ ശില്പി ചോദിച്ചാൽ നമ്മൾ നിസ്സംശയം പറയുന്ന പേരാണല്ലേ പിംഗലി വെങ്കയ്യ, ആൻ ഇന്ത്യൻ ഫ്രീഡം ഫൈറ്റർ, ലിംഗ്വിസ്റ്റ് ആൻഡ് പോളിമാത്ത് ഫ്രം ആന്ധ്രാപ്രദേശ്, പ്രപ്പോസ്ഡ് എ റെഡ്, വൈറ്റ് ആൻഡ് ഗ്രീൻ ഫ്ലാഗ് with a spinning wheel symbolizing unity and self-reliance. The design of present Indian flag is largely attributed to him. So 1921 പിംഗലി വെങ്കയ്യ ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന ഫ്ലാഗ് ഉണ്ടല്ലോ അതിന്റെ ഓൾമോസ്റ്റ് സിമിലർ രൂപം തന്നെയാണ് പിംഗലി വെങ്കയ്യ അന്ന് കൊണ്ടുവന്നത്. പിന്നെ 1931 സാഫ്രോൺ എന്താണ് സാഫ്രോൺ റീപ്ലേസ് റെഡ് ഉണ്ടായിരുന്നത്, അതായത് റെഡ് വൈറ്റ് ഗ്രീൻ പറഞ്ഞില്ലേ അതിൽ റെഡിനെ എടുത്ത് മാറ്റിയിട്ട് സാഫ്രോൺ ആയിട്ട് 1931 കൊണ്ടുവന്നു. പിന്നെ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ സാഫ്രോൺ വൈറ്റ് ഗ്രീന്
അതിൻ്റെ കൂടെ എന്താണ് സ്പിന്നിങ് വീല് കൂടെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് അഡോപ്റ്റഡ് ബൈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1947 ഇന്നത്തെ ഫ്ലാഗ്, അതായത് അത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്തു. അവിടെ സ്പിന്നിങ് വീലിനെ സ്പിന്നിങ് വീലിനെ എന്താണ് അശോക ചക്ര വെച്ചിട്ട് റീപ്ലേസും ചെയ്തു. നബാർഡ് സെലിബ്രേറ്റ്സ് 44 ഇയേഴ്സ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് അവരുടെ 44 വർഷങ്ങൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഓക്കെ, 44th ഫൗണ്ടേഷൻ ഡേ അവർ സെലിബ്രേറ്റ് ചെയ്തു. ദ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് മാർക്ക്ഡ് ഇറ്റ്സ് 44th ഫൗണ്ടേഷൻ ഡേ വിത്ത് എ കോമെമ്മറേറ്റീവ് ഇവന്റ് ഇൻ ചെന്നൈ, സെലിബ്രേറ്റിംഗ് ഇറ്റ്സ് ജേർണി ആസ് എ പിവറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യാസ് റൂറൽ ഡെവലപ്മെന്റ്. ഇന്ത്യയുടെ റൂറൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് തന്നെ നമുക്ക് എന്തിനെ പറയാം? നബാർഡിനെ പറയാം അല്ലേ. നബാർഡിന്റെ തീം എന്താണ്? നബാർഡിന്റെ തീമല്ല, 44ാമത്തെ സെലിബ്രേഷന്റെ തീം എന്താണ്? ഫോസ്റ്ററിംഗ് റൂറൽ എന്റർപ്രൈസ് ഫോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നാണ് തീം. ചെയർമാൻ ചോദിച്ചാൽ ശശി KV ആണ് നബാർഡിന്റെ ചെയർമാൻ. അവരുടെ ഒരു ഷോർട്ട് ഡോക്യുമെന്ററി ഉണ്ട്, റൂട്ട്സ് ഓഫ് ചേഞ്ച് ആൻഡ് പബ്ലിക്കേഷൻ നിധി എന്ന രീതിയിലുള്ള പബ്ലിക്കേഷനൊക്കെ ആന്ധ്രാപ്രദേശിൽ വെച്ച് ലോഞ്ച് ചെയ്യേണ്ടായിരുന്നു. നബാർഡ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്താണ്? ഇന്ത്യയുടെ അപ്പെക്സ് ഡെവലപ്മെന്റ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ് നമ്മുടെ ഇന്ത്യയിലേത്. അതായത് ഇത്തരത്തിൽ ബാങ്കിങ്ങിൽ അഗ്രികൾച്ചറുമായിട്ടും റൂറൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഫണ്ട് നൽകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡി തന്നെയാണ് നബാർഡ്. നബാർഡ് രൂപീകരിക്കപ്പെട്ട വർഷം ചോദിച്ചിട്ടുണ്ട്. നബാർഡ് രൂപീകരിക്കപ്പെടുന്നത് 1982 ജൂലൈ 12-ാം തീയതിയാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിച്ചത് മുംബൈയാണ്. NABARD operates with a mission to promote sustainable and equitable agriculture and rural prosperity through effective credit support, related services, institutional development and other innovative initiatives. NABARD plays a crucial role in fostering rural development, empowering farmers and catalyst the growth of rural economy. അതുകൂടെ നബാർഡുമായിട്ട് ബന്ധപ്പെടുന്ന ഓർത്തു വയ്ക്കാം. വേൾഡ് സ്നേക്ക് ഡേ, പാമ്പ് ദിനം. ഓക്കെ, പാമ്പ് ദിനമായിട്ട് നമ്മൾ എന്താണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ജൂലൈ 16-ാം തീയതിയാണ്. വേൾഡ് സ്നേക്ക് ഡേ was with a unique blend of wildlife education and philatelic engagement in ബംഗളൂരു. ഈ ഒരു ഇവന്റ് ഹോസ്റ്റ് ചെയ്യപ്പെടുന്നത് ബംഗളൂരുവിലെ ബന്നാർഘട്ട ബയോളജിക്കൽ പാർക്ക്. അത് ചോദിക്കാറുണ്ട്, ബന്നാർഘട്ട നാഷണൽ പാർക്ക് എവിടെയാണെന്ന രീതിയിൽ ചോദിക്കാറുണ്ട്. ജൂലൈ 16-ാം തീയതിയാണ് നമ്മൾ വേൾഡ് സ്നേക്ക് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സ്നേക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, സ്നേക്ക് ബൈറ്റ്, അതിനെക്കുറിച്ചുള്ള അവബോധം, അതൊക്കെ തന്നെയാണ് മെയിനായിട്ട് വരുന്നത്. ഇനി വേൾഡ് അൽഷിമേഴ്സ് ഡേ 2025. ഏത് ഡേ നമ്മൾ പറഞ്ഞത്? മറന്നുപോയിട്ടില്ലല്ലോ. അപ്പോൾ അൽഷിമേഴ്സ് ഇല്ല. ഓക്കെ, അൽഷിമേഴ്സ് എന്താണ്? ആക്ച്വലി ഒരു മറവി രോഗമാണ്. നമ്മളിങ്ങനെ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ തീവ്രത അതിഭീകരമാണ്. അൽഷിമേഴ്സ് പോലുള്ള രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആലോചിക്കുക, നമ്മുടെ എക്സിസ്റ്റൻസ് പോലും നമ്മൾ മറന്നു പോകണം. ഇങ്ങനെ ഒരാളുണ്ട്, നമ്മൾ എന്തായിരുന്നു, നമ്മൾ ഇന്നലെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ പോലും നമ്മൾ മറന്നു പോവുകയാണ്. സോ അൽഷിമേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഒരാൾക്കും വരാതിരിക്കട്ടെ എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു അസുഖമാണ്. സോ സെപ്റ്റംബർ 21-ാം തീയതിയാണ് അൽഷിമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ദിനം വരുന്നത്. വേൾഡ് അൽഷിമേഴ്സ് ഡേ 2025 will be observed on 21st September 2025. It is a global initiative aimed at spreading awareness about Alzheimer's disease and other forms of dementia. It's a kind of dementia എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. മറവി രോഗമാണ്. നമ്മളൊരു കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ എക്സിസ്റ്റൻസ് പോലും അങ്ങ് മറന്നു പോവുകയാണ്. നിങ്ങൾ അൽഷിമേഴ്സ് തന്നെയായിരുന്നു തോന്നുന്നു. തന്മാത്ര സിനിമയിൽ മോഹൻലാലിൻ്റെ ആ ഒരു അഭിനയം കണ്ടില്ലേ? പുള്ളി ഓഫീസിൽ പോയിട്ട് പല്ല് തേക്കുകയാണ്. അങ്ങനെയുള്ള കാര്യം നമ്മൾ മറന്നു പോകും. നമ്മുടെ എക്സിസ്റ്റൻസ് പോലും, നമ്മുടെ കൂടെയുള്ളവരെ പോലും മറന്നു പോകും. നമ്മൾ എവിടെയുള്ളത്, നമ്മൾ എന്താ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ആരെയും അറിയില്ല. ചെറിയ ജനിച്ച ഉടനെയുള്ള അല്ലെങ്കിൽ 1 വയസ്സ് വരെയുള്ള കുട്ടികളൊക്കെ അവരെ ചുറ്റി എന്താ നടക്കുന്നത്, ആരെന്താണ്, അവർക്ക് കുറച്ച് പ്രായം വരുന്ന സമയത്ത് തിരിച്ചറിവ് വരും. അല്ലാത്ത സമയത്തുള്ളൊരു അവസ്ഥയുണ്ടല്ലോ, ആ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ പോകുന്ന കാര്യം, അത്രയും വലിയ മനുഷ്യൻ പോകുന്ന കാര്യം ആലോചിച്ച് വയ്ക്കും. അതാണ് അൽഷിമേഴ്സിന്റെ ഭീകരത. വേൾഡ് അൽഷിമേഴ്സ് ഡേ 1994 ഫസ്റ്റ് ഒബ്സർവ് ചെയ്യുന്നത്, ലോഞ്ച് ചെയ്യുന്നത് അൽഷിമേഴ്സ് ഡിസീസ് ഇന്റർനാഷണൽ ആണ്. ഓർഗനൈസേഷന്റെ 10ാമത്തെ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആസ്ക് അബൌട്ട് ഡിമെൻഷ്യ എന്നാണ് തീം. ആസ്ക് അബൌട്ട് അൽഷിമേഴ്സ്, ആസ്ക് അബൌട്ട് ഡിമെൻഷ്യ, ആസ്ക് അബൌട്ട് അൽഷിമേഴ്സ് എന്നാണ് തീം വരുന്നത്. ഇനി വേൾഡ് ഓസോൺ ഡേ 2025. ഓസോൺ ഡേ എന്നാണ് സംശയം പറയാം, ഇത് ചോദ്യം വരും, ഒരു സംശയമില്ല. സെപ്റ്റംബർ 16-ാം തീയതിയാണ് നമ്മൾ എന്താണ് വേൾഡ് ഓസോൺ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ദ യൂണിയൻ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഓർഗനൈസ്ഡ് ദ 31st വേൾഡ് ഓസോൺ ഡേ ഇൻ ന്യൂഡൽഹി on 16th September 2025. 2025 സെപ്റ്റംബർ 16-ാം തീയതി എന്താണ് 31ാമത്തെ വേൾഡ് ഓസോൺ ഡേ സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയാണ് അല്ലേ. യൂണിയൻ മിനിസ്റ്റർ ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ് 31ാമത്തെ വേൾഡ് ഓസോൺ ഡേ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. വേൾഡ് ഓസോൺ ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ 16th September each year, commemorating the സൈനിങ് ഓഫ് മോൺട്രിയൽ പ്രോട്ടോകോൾ ഇൻ 1987. 1987 മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പോസിഷന്റെ ഓർമ്മിക്കായിട്ടാണ് എ സിഗ്നിഫിക്കന്റ് ഇന്റർനാഷണൽ ട്രീറ്റി എയിംഡ് അറ്റ് ഫേസിംഗ് ഔട്ട് ദ പ്രൊഡക്ഷൻ ആൻഡ് കൺസപ്ഷൻ ഓഫ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ്. തീമൊക്കെ ഉറപ്പായിട്ട് വരും. ഡേറ്റ് ഒക്കെ ഇപ്പം പണ്ടത്തെ പോലെയല്ല വരുന്നില്ല, അല്ലെങ്കിൽ കഴിഞ്ഞ പരീക്ഷയ്ക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതേപോലെ വന്നു. 31ാമത്തെ എത്രാമത്തെ വേൾഡ് ഓസോൺ ഡേ ആണെന്ന് ചോദിച്ചു അല്ലേ. 31ാമത്തെ വേൾഡ് ഓസോൺ ഡേ സെലിബ്രേഷൻ ആണ്. സെപ്റ്റംബർ 16-ാം തീയതിയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. തീം എന്ന് പറഞ്ഞത് ഫ്രം സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ എന്നാണ് തീം.
World ozone layer the ozone layer located the stratosphere between 10 and 40 kilometers above Earth's surface shields us from harmful UV radiation. So ഈ പറഞ്ഞ ഓസോൺ ലെയർ എന്താണ്? സ്ട്രാറ്റോസ്ഫിയറിന് 10 കിലോമീറ്റർ 40 കിലോമീറ്ററിനും ഇടയിലായിട്ടാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. സോ ഓസോൺ ലെയർ ലൊക്കേറ്റഡ് ഇൻ ദ സ്ട്രാറ്റോസ്ഫിയർ ബിറ്റ്വീൻ 10 കിലോമീറ്റർ ആൻഡ് 40 കിലോമീറ്റർ അബവ് എർത്ത് സർഫേസ് UV റേഡിയേഷൻ, ഹാംഫുൾ UV റേഡിയേഷൻ എന്നാണ് പ്രൊട്ടക്ട് ചെയ്യുന്നു. അത് ഓഫൺ ഡിസ്ക്രൈബ്ഡ് ആസ് എർത്ത് അംബ്രല്ല, ഭൂമിയുടെ അംബ്രല്ല എന്നാണ് വിളിക്കുന്നത്. ദ ഓസോൺ ലെയർ ആക്ട് ആസ് എ പ്രൊട്ടക്റ്റീവ് ഷീൽഡ് ബ്ലോക്കിംഗ് ഹാംഫുൾ UV റേഡിയേഷൻ ഫ്രം ദ സണ്ണിൽ നിന്നും എന്താണ് ഹാംഫുൾ UV റേഡിയേഷൻ പ്രൊട്ടക്ട് ചെയ്യുന്നു. This natural barrier significantly reduces the risk of skin cancer, cataracts, and damage to ecosystem. 40 years ago, nations came together under Vienna Convention for the protection of ozone layer, a groundbreaking agreement marking the beginning of global commitment to safeguarding ozone layer. അതിൻ്റെ ആ ഒരു ചരിത്രം വിയന്ന കോൺഫറൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഓസോൺ എന്താണ് ഡേയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഇനി വേൾഡ് ബാംബു ഡേ 2025 സെപ്റ്റംബർ 18 തീയതിയാണ് നമ്മൾ എല്ലാ വർഷവും എന്താണ് വേൾഡ് ബാംബു ഡേ, മുള ദിനമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. വേൾഡ് ബാംബു ഡേ വാസ് ഒഫീഷ്യലി എസ്റ്റാബ്ലിഷ്ഡ് ബൈ വേൾഡ് ബാംബു ഓർഗനൈസേഷൻ അറ്റ് 8th വേൾഡ് ബാംബു കോൺഫറൻസ് ഹെൽഡ് ഇൻ ബാങ്കോക്ക് 2009. 2009 ബാങ്കോക്കിൽ വെച്ച് നടന്ന 8ാമത്തെ വേൾഡ് ബാംബു കോൺഗ്രസിലാണ് വേൾഡ് ബാംബു ഓർഗനൈസേഷൻ എന്താണ് വേൾഡ് ബാംബു ഡേ സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങിയത്. വേൾഡ് ബാംബു ഓർഗനൈസേഷൻ വാസ് സെറ്റപ്പ് അറ്റ് 1992 ഇന്റർനാഷണൽ ബാംബു കോൺഗ്രസ് ജപ്പാനിൽ വെച്ച് നടന്ന 1992 ഇന്റർനാഷണൽ ബാംബു കോൺഗ്രസിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ദിനം വന്നത്. തീം എന്താണ്? 2025 തീം നെക്സ്റ്റ് ജനറേഷൻ ബാംബു സൊല്യൂഷൻ ഇന്നോവേഷൻ ആൻഡ് ഡിസൈൻ എന്നാണ്. നെക്സ്റ്റ് ജനറേഷൻ ബാംബു സൊല്യൂഷൻ ഇന്നോവേഷൻ ആൻഡ് ഡിസൈൻ എന്നാണ് തീം. ഇന്ത്യ is one of the largest bamboo producer globally with over 40 million hectares of bamboo area and 136 species. നെക്സ്റ്റ് എന്താണ്? നാഷണൽ സ്പോർട്സ് ഡേ 2025, ദേശീയ കായിക ദിനം അല്ലേ. ആരുടെ ഓർമ്മയ്ക്കാണ് ദേശീയ കായിക ദിനം എന്നറിയാലോ? ആരുടേതാണ്? ഹോക്കി ഇതിഹാസം എന്ന് അറിയപ്പെടുന്ന മേജർ ധ്യാൻചന്ദിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഹോക്കി ദിനം സെലിബ്രേറ്റ് ചെയ്യുന്നത്. നാഷണൽ സ്പോർട്സ് ഡേസ് ഒബ്സർവ്ഡ് ആനുവലി ഓൺ 29th August ടു കോമമറേറ്റ് ദ ബർത്ത് ആനിവേഴ്സറി ഓഫ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഫീൽഡ് ഹോക്കി പ്ലേയേഴ്സ് ഓഫ് ഇന്ത്യ, മേജർ ധ്യാൻചന്ദ്. മേജർ ധ്യാൻചന്ദിന്റെ ആ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഹോക്കി ദിനം സെലിബ്രേറ്റ് ചെയ്യുന്നത്. 2012 തൊട്ടിട്ട് എന്താണ് നമ്മൾ ഈ പറഞ്ഞ ദിനം ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തു. ദിസ് ഡേ വാസ് ഡിക്ലെയർഡ് എ നാഷണൽ ഒബ്സർവൻസ് ഇൻ 2012. In 2019, the Fit India movement was launched on this day, marking a milestone in India's ഫിറ്റ്നസ് ആൻഡ് സ്പോർട്സ് ജേർണി. 2025 എന്താണ് തീം ചോദിച്ച സ്പോർട്ട് ടു പ്രൊമോട്ട് പീസ്ഫുൾ ആൻഡ് ഇൻക്ലൂസീവ് സൊസൈറ്റീസ് എന്നാണ്. എന്താണ്? സ്പോർട്ട് ടു പ്രൊമോട്ട് പീസ്ഫുൾ ആൻഡ് ഇൻക്ലൂസീവ് സൊസൈറ്റീസ് എന്നാണ് 2022 തീം കൂടെ ഓർത്ത് വെച്ചാൽ മതി. അതുകൂടാതെ ഫിറ്റ് ഇന്ത്യ മിഷനുമായിട്ട് ബന്ധപ്പെട്ട തീമുണ്ട്, ഏക് ഘണ്ട കേൽക്കി മൈതാൻമേ എന്ന്. അവർ അതായത് അറ്റ്ലീസ്റ്റ് ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും പോയിട്ട് കളിക്കും മക്കളെ, അങ്ങനെയാണ് തീം പറയുന്നത്. ആയുർവേദ ഡേ ടു ബി സെലിബ്രേറ്റ് ആനുവൽ 23rd സെപ്റ്റംബർ, ഇത് ഓൾറെഡി ഒഫീഷ്യലായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. മുൻപൊക്കെ നമ്മൾ ധൻതേരാസ് ജയന്തി അല്ലെങ്കിൽ ധന്വന്തരി ജയന്തിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പറയുന്ന ആയുർവേദ ഡേ സെലിബ്രേറ്റ് ചെയ്യാറുണ്ടായിരുന്നത്. പക്ഷേ ധന്വന്തരി ജയന്തി വരുന്നത് നമുക്ക് ഓഗസ്റ്റ് സെപ്റ്റംബർ എപ്പോൾ വേണമെങ്കിലും വരാം, കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ആയുർവേദ ഡേയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇന്റർനാഷണൽ കോൺഫറൻസും കാര്യങ്ങളും നമ്മുടെ ഇന്ത്യയിൽ ആസ് ഓഫ് നൗ നടന്നു വരികയാണല്ലേ. സോ അങ്ങനെ ആസ് ഓഫ് നൗ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നു വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഒരിക്കലും എന്താണ് ഈ ഒരു ആയുർവേദ ഡേയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഫിക്സഡ് അല്ലാത്ത ഡേ എന്താണ് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നില്ല. അല്ലെങ്കിൽ എന്താണ് ഓഗസ്റ്റ് ആ ഒരു ഡേ ചോദിക്കുന്ന സമയത്ത് ഇന്റർനാഷണൽ കോൺഫറൻസ് നടക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ഫിക്സഡ് ഡേ വരുന്നില്ല. അതുകൊണ്ട് ഒരു ഫിക്സഡ് ഡേ വരണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആയുർവേദ ഡേ എന്താണ് സെപ്റ്റംബർ 23 കൊണ്ടുവന്നത്. ഫോർ ദ ഫസ്റ്റ് ടൈം സിൻസ് ഇറ്റ്സ് ഇൻസെപ്ഷൻ ഇൻ 2016, ആയുർവേദ ഡേ വിൽ ബി ഒബ്സർവ്ഡ് ഓൺ എ ഫിക്സഡ് ഡേറ്റ്. അതായത് സെപ്റ്റംബർ 23 every year as notified by the government of India through Gazette notification issued in March 2025. Earlier Ayurveda Day was celebrated on Dhanvantari Jayanti. Dhanteras എന്ന് പറയും. തീം ചോദിച്ച ആയുർവേദ ഫോർ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എന്നാണ് തീം. In 2024, the day was observed in around 150 countries, indicating Ayurveda's rising international stature. അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. The first all India NSSO survey reaffirms Ayurveda as most used treatment used in both rural and urban area. അതായത് NSSO എന്താണ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും അർബൻ ആയാലും റൂറൽ ആയാലും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആയുർവേദയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. 9th ആയുർവേദ 2024 മാർക്ക്ഡ് സിഗ്നിഫിക്കന്റ് അച്ചീവ്മെന്റ് ഇൻ ഇന്ത്യസ് ഹെൽത്ത് കെയർ സെക്ടർ. എന്തൊക്കെയാണ്? ഇനോഗ്രേഷൻ ഓഫ് phase 2 ഓഫ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ AIIA എന്താണ് ഇനോഗ്രേറ്റ് ചെയ്തത് അല്ലേ. ലോഞ്ച് ഓഫ് 4 സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ആയുർവേദ. ഇൻട്രൊഡക്ഷൻ ഓഫ് ദേശ് കാ പ്രകൃതി പരിരക്ഷണ അഭിയാൻ. ഇതൊക്കെ വന്നു. നെക്സ്റ്റ് എന്താണ്? സദ്ഭാവന ദിവസ് 2025. എന്താണ് സദ്ഭാവന ദിനം അല്ലേ.
നമ്മൾ ആന്റി ടെററിസം ഡേയുമായിട്ട് ബന്ധപ്പെട്ട് രാജീവ് ഗാന്ധിയെ കൊലപ്പെടുത്തിയ ദിനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ രാജീവ് ഗാന്ധിയുടെ ജന്മദിനം എന്താണ്? സദ്ഭാവനാ ദിനമായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. സദ്ഭാവന ദിവസ് കെയിം ഓൺ 20th of August to mark the birth anniversary of രാജീവ് ഗാന്ധി. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ ബർത്ത് ആനിവേഴ്സറിയാണ് നമ്മൾ എന്താണ് ഈ പറഞ്ഞ സദ്ഭാവന ദിവസമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് സെലിബ്രേറ്റ് നാഷണൽ യൂണിറ്റി, പീസ് ആൻഡ് ഗുഡ് വിൽ അമംഗ്സ് ഹിസ് ഫെലോസ് ഹ്യൂമൻസ് ബിലോങ്ങിങ് ടു ഓൾ റിലീജിയൻ, ലാംഗ്വേജ് ആൻഡ് കൾച്ചേഴ്സ്. ഇതൊരു ബാരിയേഴ്സും ഇല്ലാതെ എന്താണ് ഇതിനെ കമ്മ്യൂണൽ ഹാർമണി ഡേ ആയിട്ട് കൂടെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ സദ്ഭാവന അവാർഡ് രാജീവ് ഗാന്ധിയുടെ ഓർമ്മയ്ക്കായിട്ട് നാഷണൽ സദ്ഭാവന അവാർഡ് 1992 തൊട്ടിട്ടാണ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് എന്താണ്? വേൾഡ് സീനിയർ സിറ്റിസൺസ് ഡേ 2025, 2025 വേൾഡ് സീനിയർ സിറ്റിസൺ ഡേ. എവറി ഇയർ ഓൺ August 21 ദ വേൾഡ് കെയിം ടുഗദർ ടു ഒബ്സർവ് വേൾഡ് സീനിയർ സിറ്റിസൺ ഡേ. എല്ലാ വർഷവും എന്താണ് August 21 നമ്മൾ ഈ പറയുന്ന സീനിയർ സിറ്റിസൺ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ദിസ് ഡേ വാസ് ഫസ്റ്റ് പ്രൊക്ലെയിംഡ് ബൈ US പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ ഇൻ 1988 ത്രൂ പ്രൊക്ലമേഷൻ 5847 recognizing the accomplishment of seniors in American society. UN എന്താണ് 1990 ഇത്തരത്തിൽ ഒരു ഡേയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ഒഫീഷ്യലായിട്ട് തീരുമാനിച്ചു. ദ യുണൈറ്റഡ് നേഷൻ ഫോളോസ് സ്യൂട്ട് ഇൻ 1990. അതായത് ഒരു എന്താണ് സ്യൂട്ട് അവിടെ ഫയൽ ചെയ്യുകയും ഇത്തരത്തിൽ ഒരു ദിനം വേണമെന്ന് പറയുകയും ചെയ്തു. മേക്കിംഗ് ഇറ്റ് ഗ്ലോബലി ഒബ്സർവ്ഡ് ഡേ. ഇപ്പം 34ാമത്തെ വേൾഡ് സീനിയർ സിറ്റിസൺ ഡേ ആയിട്ടും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. തീം ചോദിച്ചാൽ 2025 തീം എന്താണ്? എംപവറിംഗ് എൽഡർലി വോയിസ് ഫോർ എൻ ഇൻക്ലൂസീവ് ഫ്യൂച്ചർ എന്നാണ്. നെക്സ്റ്റ് നാഷണൽ സ്പേസ് ഡേ 2025. നാഷണൽ എന്താണ്? സ്പേസ് ഡേ ആണല്ലേ. സ്പേസ് ഡേ അല്ലെങ്കിൽ എന്താണ് ഈ ഒരു സ്പേസ് ഡേയുമായിട്ട് ബന്ധപ്പെട്ട് ചന്ദ്രയാൻ 3യുടെ സ്പേസിൽ ലോഞ്ച് ചെയ്ത ദിനമായിട്ട് അന്തരീക്ഷ ദിനം അല്ലെങ്കിൽ ആ രീതിയിൽ പറയാമല്ലേ. The National Space Day commemorates the successful soft landing of Chandrayaan 3 missions, Vikram lander, and the deployment of Pragyan rover on Moon 23rd August 2023. August 23-ാം തീയതിയാണ് നമ്മൾ നാഷണൽ സ്പേസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ആ ഒരു ദിനം സെലിബ്രേറ്റ് ചെയ്യുന്നത്? ചന്ദ്രയാൻ 3 എന്താണ് വിക്രം ലാൻഡർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്പേസിൽ ലാൻഡ് ചെയ്യേണ്ട അല്ലേ. അവിടെ റോവർ ഉണ്ടല്ലോ, റോവർ പ്രഗ്യാൻ റോവറും ലാൻഡർ വിക്രം ലാൻഡറുമാണ്. August 23, 2023 നാഷണൽ സ്പേസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. വിത്ത് ദ ലോഞ്ച് ഓഫ് ചന്ദ്രയാൻ 3, ഇന്ത്യ ബിക്കേം ദ 4th നേഷൻ ടു സക്സസ്ഫുള്ളി ലാൻഡ് ഓൺ മൂൺ ആൻഡ് ദ ഫസ്റ്റ് ടു റീച്ച് ഇറ്റ്സ് സദേൺ പോളാർ റീജിയൻ. ഇത്തരത്തിൽ എന്താണ് സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന, പ്രത്യേകിച്ച് ഡാർക്കർ സൈഡ് ഓഫ് സദേൺ പോളിൽ എന്ന് പറയുമ്പോൾ ഡാർക്കർ സൈഡാണ്. അവിടെ ഇറങ്ങുക എന്ന് പറയുന്നത് നോർമലി ചന്ദ്രനിൽ ലാൻഡ് ചെയ്യുക എന്ന് പറയുന്നതിന് ഡിഫിക്കൽട്ടാണ്. അതിനിടയിൽ കൂടെ ആ ഒരു ഡാർക്കർ സൈഡിൽ ഇറങ്ങുക എന്ന് പറയുമ്പോൾ അതിലും അതികഠിനമാണ് അല്ലേ. ഓക്കെ, അതൊക്കെ കൊണ്ട് തന്നെ 2024 August 23 ഓൺവേർഡ്സ് എന്താണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങുന്നത്. 2023 August 23 ലാൻഡ് ചെയ്തത്. 2024 തൊട്ടിട്ട് നമ്മൾ എന്താണ് ഈ ഒരു ദിനം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ അവർ ലാൻഡ് ചെയ്ത സ്ഥലത്ത് നമ്മൾ ശിവശക്തി പോയിന്റ് എന്നും വിളിക്കാറുണ്ട്. 2025 തീം ആര്യഭട്ട ടു ഗഗൻയാൻ, ആൻഷ്യന്റ് വിസ്ഡം ടു ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് എന്നാണ് തീം വരുന്നത്. 150 years ഓഫ് ദ അയൺ മാൻ. അയൺ മാൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന വ്യക്തി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണല്ലേ. അദ്ദേഹത്തിന്റെ 150ാമത്തെ ജന്മദിന ആഘോഷങ്ങൾ നമ്മൾ എന്താണ് സെലിബ്രേറ്റ് ചെയ്ത് വരികയാണ് അല്ലേ. ഓൾറെഡി അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ നമ്മൾ എന്താണ് നാഷണൽ യൂണിറ്റി ഡേ അല്ലെങ്കിൽ രാഷ്ട്രീയ ഏകതാ ദിവസമായിട്ടൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. October 31-ാം തീയതിയാണ് എല്ലാ വർഷവും ഇദ്ദേഹത്തിന്റെ ജന്മദിനം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. എവറി ഇയർ ഓൺ 31st October ഇന്ത്യ സെലിബ്രേറ്റ്സ് രാഷ്ട്രീയ ഏകതാ ദിവസ്, നാഷണൽ യൂണിറ്റി ഡേ എന്ന് പറയും, ടു ഹോണർ ദ ബർത്ത് ആനിവേഴ്സറി ഓഫ് സർദാർ വല്ലഭായ് പട്ടേൽ, വൺ ഓഫ് ദ പ്രിൻസിപ്പൽ ആർക്കിടെക്ട് ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിലെ വൺ ഓഫ് ദ പ്രിൻസിപ്പൽ ആർക്കിടെക്ട് എന്ന പേരിലൊക്കെ നമുക്ക് വിളിക്കാൻ വേണ്ടി പറ്റുന്ന, അല്ലെങ്കിൽ എന്താണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആ ഒരു റീബിൽഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച വ്യക്തികളിൽ ഒരാളാണ്, ഇന്റഗ്രേഷന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തികളിൽ ഒരാളാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഇത്തവണ 1875 ജനിച്ചിട്ടുള്ള October 31-ാം തീയതി ജനിച്ച ഇദ്ദേഹത്തിന്റെ 150ാമത്തെ ബർത്ത് ആനിവേഴ്സറിയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആസ് എ കൺട്രീസ് ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആൻഡ് ഹോം മിനിസ്റ്റർ, പട്ടേൽ പ്ലേഡ് ഡിസിസീവ് റോൾ ഇൻ ഇന്റഗ്രേറ്റിംഗ് മോർ ദാൻ 560 പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഇൻ ടു ഇന്ത്യൻ യൂണിയൻ. 560ഓളം പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കി കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് പ്രയത്നിച്ച വ്യക്തി കൂടിയാണ്. In 2014, the government of India declared Patel's birthday as a National Unity Day, recognizing that unity is not a static factor but a continuous national commitment. 2014 ഓൺവേർഡ്സ് ആണ് ഇദ്ദേഹത്തിന്റെ ജന്മദിനം നമുക്ക് എന്താണ് ഇത്തരത്തിൽ നാഷണൽ യൂണിറ്റി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാമെന്നൊരു തീരുമാനം അവിടെ വന്നത്. പ്രൈം മിനിസ്റ്റർ മോദി ടു പാർട്ടിസിപ്പേറ്റ് ഇൻ രാഷ്ട്രീയ ഏകതാ ദിവസ് സെലിബ്രേഷൻ അറ്റ് ഏകതാ നഗർ കേവാഡിയ. അങ്ങനെ രാഷ്ട്രീയ ഏകതാ ദിവസവുമായിട്ട് അല്ലെങ്കിൽ നാഷണൽ യൂണിറ്റി ഡേയുമായിട്ട് ബന്ധപ്പെട്ട ഏകതാ നഗർ കേവാഡിയ ഗുജറാത്തിൽ എന്താണ്
നമ്മുടെ പ്രൈം മിനിസ്റ്റർ പങ്കെടുത്തു. ആനുവൽ പ്രോഗ്രാംസ് ലൈക്ക് റൺ ഫോർ യൂണിറ്റി ആൻഡ് യൂണിറ്റി മാർച്ച് എൻഗേജ് സിറ്റിസൺ, എസ്പെഷ്യലി യൂത്ത് ഇൻ ഫോസ്റ്ററിംഗ് പാട്രിയോട്ടിസം ആൻഡ് സോഷ്യൽ ഹാർമണി. നെക്സ്റ്റ് എന്താണ്? വേൾഡ് പോളിയോ ഡേ 2025. പോളിയോ എന്ന് പറഞ്ഞാൽ എന്താണ്? പോളിയോ വാക്സിൻ ആണ് അല്ലേ? പോളിയോ ഡിസീസിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ നൽകുന്ന വാക്സിനേഷൻ ആണ് പോളിയോ ഡേ. സോ ഈ ഒരു പോളിയോ ഓറൽ പോളിയോ വാക്സിനേഷൻ നൽകിയതിൻ്റെ ഒക്കെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ എന്താണ് വേൾഡ് പോളിയോ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഒക്ടോബർ 24 വേൾഡ് പോളിയോ ഡേ ആയിട്ട് നമ്മൾ എല്ലാ വർഷവും സെലിബ്രേറ്റ് ചെയ്യുന്നത്. വേൾഡ് പോളിയോ ഡേ 2025 ഈസ് ഒബ്സർവ്ഡ് ഓൺ 24th October 2025. തീം എന്താണ്? എൻഡ് പോളിയോ, എവറി ചൈൽഡ്, എവറി വാക്സിൻ, എവരിവെയർ എന്നതാണ് തീം നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. എൻഡ് പോളിയോ, എവറി ചൈൽഡ്, എവറി വാക്സിൻ, എവരിവെയർ എന്നാണ് തീം വരുന്നത്. വേൾഡ് പോളിയോ ഡേ വാസ് ഫസ്റ്റ് ഇനീഷ്യേറ്റഡ് ബൈ റോട്ടറി ഇന്റർനാഷണൽ ടു കോമമറേറ്റ് ദ ബർത്ത് ഡേ ഓഫ് Dr. Jonas Salk, the medical researcher who developed the first effective polio vaccine. ആദ്യത്തെ എഫക്റ്റീവ് പോളിയോ വാക്സിൻ എന്താണ് കണ്ടുപിടിച്ച വ്യക്തിയാണ് ഡോക്ടർ ജോനാസ് സാൽക്ക്. In 1955, Dr. Salk introduced the inactivated polio virus vaccine, IPV എന്ന് പറയും. Inactivated polio virus vaccine ഡോക്ടർ സാൽക്കാണ് 1955 ഇൻട്രൊഡ്യൂസ് ചെയ്തത്, which was later followed by Dr. Albert Sabin ഓറൽ പോളിയോ വാക്സിൻ in 1962. 1962 ആൽബർട്ട് സാബിൻ ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിക്കുകയും ചെയ്തു അല്ലേ. ഓക്കെ. 1955 ഇനാക്ടിവേറ്റഡ് പോളിയോ വൈറസ് വാക്സിൻ കണ്ടെത്തി. 1962 ഡോക്ടർ ആൽബർട്ട് സാബിൻ അത് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്, ഓറൽ പോളിയോ വാക്സിൻ കണ്ടെത്തി. അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ എന്താണ് പോളിയോ വാക്സിൻ അല്ലെങ്കിൽ പോളിയോ ഡേ ആയിട്ട് ഇന്റർനാഷണൽ വേൾഡ് പോളിയോ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. In 1988, Rotary International and the World Health Organization jointly launched a global polio eradication initiative. At that time, the world recorded an estimated 3.5 lakh 3.5 ലക്ഷത്തോളം പോളിയോ കേസ് എല്ലാ വർഷവും റിപ്പോർട്ട് ചെയ്യേണ്ടായിരുന്ന ആ സമയം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദിനമൊക്കെ കൊണ്ടുവന്നത്. ഇന്ത്യ വൺ ഓഫ് ദ ഹയസ്റ്റ് ബേർഡൻ നേഷൻ വാസ് ഡിക്ലെയർഡ് പോളിയോ ഫ്രീ in 2014. അതായത് ഏറ്റവും കൂടുതൽ പോളിയോ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന രാജ്യമായിരുന്നു ഇന്ത്യ. പോളിയോ ഫ്രീ ആയിട്ട് 2014 വന്നു. ദ കണ്ടിന്യൂസ് സർവൈലൻസ് ആൻഡ് ഇമ്മ്യൂണൈസേഷൻ എഫേർട്ട് റിമെയിൻ എസെൻഷ്യൽ ടു പ്രിവെന്റ് എനി റീസർജൻസ്. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ITBP റേസിംഗ് ഡേ 2025. ഒക്ടോബർ 24 ITBP ഇന്തോ തിബറ്റൻ ബോർഡർ പോലീസ് റേസിംഗ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ITBP റേസിംഗ് ഡേ ഈസ് ഒബ്സർവ്ഡ് എവറി ഇയർ ഓൺ 24th October ടു കോമമറേറ്റ് ദ formation of Indo-Tibetan Border Police, a specialized force that guards the Indo-China border across some of the most challenging terrains on Earth. ഭൂമിയിലെ one of the most challenging terrain ആണ് ഇന്ത്യ-ചൈന ബോർഡറിലെ. സോ അവിടെയാണ് ഇന്തോ തിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സ്, തിബറ്റിൻ്റെയും ചൈനയുടെ ഒക്കെ ഭാഗമായിട്ടാണ് ഈ ഒരു ബോർഡർ വരുന്നത്. ITBP റേസിംഗ് ഡേ 63 വർഷം, ഒക്ടോബർ 24 അപ്പോൾ 63 വർഷം കംപ്ലീറ്റ് ആയിട്ടുണ്ടല്ലേ. 63 years of dedicated service celebrating the courage, discipline and resilience of personnel who protect India's border at altitudes often exceeding 14,000 feet. The origins of ITBP can be traced back to the Indo-China War of 1962. 1962 ഇന്ത്യ ചൈന വാർ വന്നതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഇങ്ങനൊരു ബോർഡർ പോസ്റ്റ് വേണമെന്നും ആ ബോർഡർ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണമെന്നൊരു തിരിച്ചറിവ് നമ്മുടെ ഇന്ത്യക്ക് വരുന്നത്. ഡ്യൂറിംഗ് ദിസ് കോൺഫ്ലിക്റ്റ് ഇന്ത്യ സഫേർഡ് ലോസ് ഡ്യൂ ടു ബീങ് ഔട്ട് നമ്പേർഡ് ആൻഡ് ഇൽ എക്യൂപ്ഡ് ഇൻ ദ ഹാർഷ് ഹിമാലയൻ ടെറൈൻ. അവിടെ ആളുകളുടെ എണ്ണം കുറവായിരുന്നു, അവിടെ ആ ഒരു ബോർഡർ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ആളുകളുടെ എണ്ണം കുറവായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. Recognizing the need for a specialized high altitude security force, the government of India established the Indo-Tibetan Border Police Force on 24th October 1962 under CRPF Act. അങ്ങനെ ആ ഒരു കാര്യം വന്നു അല്ലേ. നെക്സ്റ്റ് എന്താണ്? ഫൗണ്ടേഷൻ ഡേ ഓഫ് ഹരിയാന, കർണാടക, കേരള, ഛത്തീസ്ഗഡ് ആൻഡ് മധ്യപ്രദേശ്. 5 ഇന്ത്യൻ സംസ്ഥാനമുണ്ട് അല്ലേ. ഹരിയാന ഉണ്ട്, കർണാടകയുണ്ട്, കേരളയുണ്ട്, ഛത്തീസ്ഗഡ് ഉണ്ട്, അതുപോലെ മധ്യപ്രദേശ്. 5 ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഫൗണ്ടേഷൻ ഡേ ആയിട്ട് നമ്മൾ ഒക്ടോബർ 1 ഇപ്പം നമ്മുടെ കേരളത്തിൽ പറയുകയാണെങ്കിൽ കേരള പിറവി ദിനം എന്ന് പറയാറുണ്ട്, കർണാടകയിൽ അവരുടെ രാജ്യോത്സവ ദിനം എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. സെയിം തന്നെയാണ്. On 1st October 8 ഇന്ത്യൻ, ഇതുകൂടാതെ 8 ഉണ്ട്, മൊത്തത്തിൽ 8 ഉണ്ട്, 5 പറഞ്ഞത്. 8 ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ 1 ആന്ധ്രാപ്രദേശ്, 2 ഛത്തീസ്ഗഡ്, 3 ഹരിയാന, 4 കർണാടക, 5 കേരള, 6 മധ്യപ്രദേശ്, 7 പഞ്ചാബ്, 8 തമിഴ്നാട്. അങ്ങനെ 8 ഇന്ത്യൻ സംസ്ഥാനങ്ങളും ഇതുകൂടാതെ 3 യൂണിയൻ ടെറിട്ടറി, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്, ചണ്ഡീഗഡ്, അതുപോലെ ഡൽഹി. 3 യൂണിയൻ ടെറിട്ടറി, 3 4 5 ലക്ഷദ്വീപും പുതുച്ചേരി. ഞാൻ അത് കംപ്ലീറ്റ് ആക്കാൻ വിട്ടു. ഓക്കെ. അതായത് 8 ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെയും 5 ഇന്ത്യൻ യൂണിയൻ ടെറിട്ടറീസിൻ്റെയും ഫൗണ്ടേഷൻ ഡേ ആണ് ഇന്ന് നവംബർ 1 ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഹരിയാന, കർണാടക, കേരള, മധ്യപ്രദേശ്, പഞ്ചാബ്, തമിഴ്നാട്, along with the 5 union territories, namely Andaman and Nicobar Island, Chandigarh, Delhi,
Lakshadweep and Puducherry celebrates their formation day. This marks a key milestone in India's administrative evolution, shaped by State Reorganization Act 1956 and later state bifurcation. ഓക്കെ, അങ്ങനെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് 1956 ആ ഒരു സമയത്താണ് വിഭജനവും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. കർണാടക സെലിബ്രേറ്റ്സ് കന്നഡ രാജ്യോത്സവ് എവറി ഇയർ ഓൺ November 1st, മാർക്കിംഗ് ദ ഫോർമേഷൻ ഓഫ് ദി സ്റ്റേറ്റ് ഇൻ 1956. 1956 ആ ഒരു ഫോർമേഷനും കാര്യങ്ങളും നടക്കുന്നത്. In Kerala, November 1 is celebrated as Kerala Piravi Dinam, which means birth of Kerala. November 1 തീയതി കേരള പിറവി ദിനമായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ബിഫോർ ഇന്ത്യസ് ഇൻഡിപെൻഡൻസ് ദ റീജിയൻ കൺസിസ്റ്റഡ് ഓഫ് 3 provinces, മലബാർ, കൊച്ചിൻ ആൻഡ് ട്രാവൻകൂർ. ദീസ് were merged to form the state of Kerala in 1956. കേരള ചരിത്രമൊക്കെ പഠിച്ചില്ല, അതിൽ ബാക്കി കാര്യങ്ങൾ പഠിക്കണം. ഇനി ഛത്തീസ്ഗഡിന്റെ കാര്യം പറഞ്ഞാൽ ഛത്തീസ്ഗഡ് is one of India's most resource rich and culturally diverse state. It was officially formed on November 1st, 2000 after being separated from മധ്യപ്രദേശ്. മധ്യപ്രദേശിന് സെപ്പറേറ്റ് ആയതിനു ശേഷം ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് ആയിട്ടാണ് 2000 November 1 തീയതിയാണ് ഛത്തീസ്ഗഡ് രൂപീകരിക്കപ്പെടുന്നത്. ഹരിയാന ഓഫർ കോൾഡ് ജാറ്റ്ലാൻഡ് വാസ് ഫോംഡ് on November 1st, 1966 ആഫ്റ്റർ ബീങ് സെപ്പറേറ്റഡ് ഫ്രം പഞ്ചാബ് ബേസ്ഡ് ലിംഗ്വിസ്റ്റിക് ഡിഫറൻസ്. 1966 എന്നാണ് പഞ്ചാബിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് ആയിട്ടാണ് വന്നത്. മധ്യപ്രദേശ് വാസ് ഫോംഡ് on November 1st, 1956 and is known as the heart of India because of its central location. ഹാർട്ട് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഹൃദയം എന്ന് മധ്യപ്രദേശിനെ വിളിക്കാറുണ്ട്. കാരണം എന്താണ്, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏറ്റവും മിഡിലായിട്ടാണ് ഈ പറഞ്ഞ മധ്യപ്രദേശ് വരുന്നത്. ഇറ്റ് ഈസ് ഇന്ത്യ സെക്കൻഡ് ലാർജസ്റ്റ് സ്റ്റേറ്റ് ബൈ ദ ഏരിയ ആൻഡ് ദ 6th ലാർജസ്റ്റ് ബൈ പോപ്പുലേഷൻ വിത്ത് 51 ഡിസ്ട്രിക്ട് ആൻഡ് 10 ഡിവിഷൻസ്. നെക്സ്റ്റ് എന്താണ്, ഗുരു നാനാക്ക് ജയന്തി. 2025 ഗുരു നാനാക്ക് ജയന്തിയായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഗുരു നാനാക്ക് ജയന്തി ഓൾസോ നോൺ ആസ് ഗുരു പർബ് is celebrated on 5th November 2025, marking the 556th birth anniversary Guru Nanak Dev. Guru Nanak Devന്റെ 556th birth anniversary അല്ലേ. The day commemorates the founder of Sikhism, celebrating his message of equality and compassion. Sikhismത്തിന്റെ ഫൗണ്ടർ ആണ് ആര്, ഗുരു നാനാക്ക് അല്ലേ. So it is celebrated on the day of കാർത്തിക പൂർണിമ. കാർത്തിക പൂർണിമ ദിനത്തിലാണ് എന്ത് ഗുരു നാനാക്ക് ജയന്തി സെലിബ്രേറ്റ് ചെയ്യുന്നത്. Which is 15th lunar day in the month of Kartika according to the Hindu calendar and usually falls in the month of November by the Georgian calendar. Georgian calendar നോക്കിയാൽ നവംബർ മാസത്തിലും നമ്മൾ പറഞ്ഞു വന്ന മാസം ഏതാണ്, November 5 ആണ്. അവിടെ ഇതും ചോദിക്കാറുണ്ട്, ഇത് മുൻപ് വന്ന പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. കാർത്തിക മാസത്തിൽ എത്രാമത്തെ ലൂണാർ ഡേ ആണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അതൊക്കെ പ്രീവിയസ് ഇയർ ചോദ്യം നോക്കിയവർക്ക് മനസ്സിലാവും. 15th lunar day ആണ്. Guru Nanak Dev Ji was born in 1469 at Talwandi, now Nankana Sahib, Pakistan, and attained spiritual enlightenment in 1496 at Sultanpur Lodi. As the founder of Sikhism and the first of the Sikh Gurus, he rejected caste discrimination, ritualism, and idol worship, advocating devotion of one formless God. He passed away in 1539 after appointing Guru അങ്കദ് ആസ് എ സക്സസർ. അദ്ദേഹത്തിന്റെ സക്സസറായിട്ട് ഗുരു അങ്കദിനെ നിയമിച്ചതിന് ശേഷം 1539 അദ്ദേഹം എന്താണ് മരണപ്പെട്ടു അല്ലേ. ഓക്കെ, നാഷണൽ എഡ്യൂക്കേഷൻ ഡേ 2025 എല്ലാ വർഷവും November 14 തീയതിയാണ് നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആരായിരുന്നു, മൗലാന അബ്ദുൽ കലാം ആസാദ് ആണല്ലേ. ഈ പറഞ്ഞ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇത്തവണ അദ്ദേഹത്തിന്റെ 137ാമത്തെ ജന്മദിനമാണ്. ഇത്തവണ 2025 അദ്ദേഹത്തിന്റെ 137ാമത്തെ ജന്മദിനമാണ് നമ്മൾ November 11 തീയതി സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇന്ത്യ സെലിബ്രേറ്റ്സ് നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ഓൺ 11th November to mark the 137th birth anniversary of Maulana Abdul Kalam Azad, the first education minister of independent India. The observance was first announced 2008 by the then Ministry of Human Resource Development. അതായത് ഇപ്പം മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ആണല്ലേ. Okay, born in 1888, Maulana Abdul Kalam Azad served as India's first education minister from 1947 to 1958. 11 വർഷത്തോളം ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ഇദ്ദേഹം. In recognition of his immense contribution, he was posthumously awarded Bharat Ratna in 1992. ഇദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലും മറ്റ് സാംസ്കാരിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കോൺട്രിബ്യൂഷനെ പരിഗണിച്ചുകൊണ്ട് 1992 നമ്മുടെ രാജ്യം ഭാരത് രത്ന നൽകിയിട്ട് ആദരിച്ചിട്ടുണ്ട്. Under Maulana Azad guidance, several premier education and research institutions were established. അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, IITs, യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ UGC, കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് CSIR ഒക്കെ ഫോം ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ്, വേൾഡ് ന്യൂമോണിയ ഡേ 2025. 2025 വേൾഡ് ന്യൂമോണിയ ഡേ. November 12 തീയതിയാണ് വേൾഡ് ന്യൂമോണിയ ഡേ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടത്. വേൾഡ് ന്യൂമോണിയ ഡേ സെലിബ്രേറ്റഡ് എവറി ഇയർ 12th November. Pneumonia is the leading infectious cause of death in children under
5 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ മരണകാരണമാവുന്ന ഒരു അസുഖം കൂടിയാണ് ന്യൂമോണിയ. ശ്വാസകോശത്തെയാണ് ന്യൂമോണിയ ബാധിക്കുന്നത്. ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആൻഡ് RSV റെസ്പിറേറ്ററി സിൻറ്റിക്കൽ വൈറസ് ആർ കീ പാത്തോജൻസ്. ഓക്കെ, അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചാൽ അത് കാരണമാകുന്ന വൈറസും കാര്യങ്ങളാണ് പറഞ്ഞത്. നെക്സ്റ്റ് ചിൽഡ്രൻസ് ഡേ 2025 2025 ശിശുദിനം. ശിശുദിനം എന്താണ്? നവംബർ 14 തീയതിയാണ്. നമ്മുടെ ദേശീയ തലത്തിൽ ശിശുദിനം അല്ലെങ്കിൽ എന്താണ് ശിശുദിനം, മലയാളം ശിശുദിനമാണ് അല്ലേ, ഇംഗ്ലീഷ് ഞാൻ മലയാളം തപ്പി നടക്കുകയാണ്. ഓക്കെ, ശിശുദിനമാണ്. ചിൽഡ്രൻസ് ഡേ എന്ന് പറയും. നവംബർ 14 2025 മാർക്സ് 125th ബർത്ത് ആനിവേഴ്സറി ഓഫ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, the country's first prime minister. The official theme for Children's Day 2025 has been announced by Government of India. For every child, every right എന്നാണ് ഒഫീഷ്യൽ തീം വരുന്നത്. Before 1959, India observed Children's Day on November 20. Following the Universal Children's Day declared by UN. United Nations already നവംബർ 20 ഈ പറയുന്ന രീതിയിൽ പ്രഖ്യാപിച്ചു. വേൾഡ് ചിൽഡ്രൻസ് ഡേ എന്ന് പറഞ്ഞു അല്ലേ. 1959 മുന്നേ വരെ എന്താണ് ഇന്ത്യയിൽ നവംബർ 20 ആയിരുന്നു. പിന്നീട് 1964 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഇന്ത്യയുടെ ആദ്യത്തെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ മരണശേഷം അദ്ദേഹത്തിന് കുട്ടികളോടുള്ള വാത്സല്യത്തിന് എന്താണ് ആദരവെന്ന രീതിയിലാണ് നവംബർ 14 അദ്ദേഹത്തിന്റെ ബർത്ത്ഡേയിലേക്ക് കാര്യങ്ങൾ മാറ്റിയത്. ചിൽഡ്രൻസ് റൈറ്റ് ആർ ലീഗലി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണലി പ്രൊട്ടക്റ്റഡ് ഇൻ ഇന്ത്യ. കുട്ടികളുടെ ആ ഒരു റൈറ്റ്സ്, അവകാശങ്ങൾ, കാര്യം അല്ലേ. ആർട്ടിക്കിൾ 21 എന്താണ്? റൈറ്റ് ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ ബിറ്റ്വീൻ 6 to 14 years. 6 to 14 വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികളും റൈറ്റ് ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ നൽകുന്നുണ്ട്. ആർട്ടിക്കിൾ 24 എന്താണ്? പ്രൊഹിബിറ്റഡ് ഓഫ് ചൈൽഡ് ലേബർ ഇൻ ഹസാർഡസ് എംപ്ലോയ്മെന്റ്. ആർട്ടിക്കിൾ 39 EF എന്നാണ്? പ്രൊട്ടക്ഷൻ ഫ്രം എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് ഹെൽത്തി ഡെവലപ്മെന്റ്. ആർട്ടിക്കിൾ 45 ഡയറക്റ്റീവ് ടു പ്രൊവൈഡ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ അവിടെ വരുന്നുണ്ട്. അതുകൂടെ ഓർത്തു വയ്ക്കാം. നെക്സ്റ്റ് എന്താണ്? നാഷണൽ എപ്പിലെപ്സി ഡേ 2025 എന്നാണ് എപ്പിലെപ്സി ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്? നവംബർ 17 തീയതിയാണല്ലേ. ഇൻ ഇന്ത്യ നാഷണൽ എപ്പിലെപ്സി ഡേ എന്നാണ് നവംബർ 17 തീയതിയാണ്. ദ ഡേ വാസ് ഇനീഷ്യേറ്റഡ് ബൈ ദ എപ്പിലെപ്സി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഡോക്ടർ നിർമ്മൽ സൂര്യ വിത്ത് എ മിഷൻ ടു റെഡ്യൂസ് സ്റ്റിഗ്മ ആൻഡ് ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഫോർ പീപ്പിൾ വിത്ത് എപ്പിലെപ്സി. പലപ്പോഴും എന്താണ് ആളുകളുടെ ഒരു ചിന്തയുണ്ട് എപ്പിലെപ്സിയുമായിട്ട് ബന്ധപ്പെട്ട് അതിലുള്ള ആളുകളെ മാറ്റി നിർത്തുക. പണ്ടൊക്കെ ഉണ്ടായ എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റിഗ്മ തന്നെ ഉണ്ടായിരുന്നു. അവരെ നോക്കിയാൽ പകരം എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അവരുമായിട്ട് ഒരു കാര്യം ഷെയർ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമുള്ള അവബോധം ലഭിച്ചു. അത് ഈ പറഞ്ഞ ദിനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. ആ ദിനത്തിൽ ടീമും കാര്യങ്ങളും കൊണ്ടുവന്നിട്ട് കൃത്യമുള്ള അവയർനെസ് നൽകും. A neurological disorder with abnormal brain activities causes seizures affecting millions globally. നെക്സ്റ്റ് എന്താണ്? ഇന്ദിരാഗാന്ധീസ് 108th ബർത്ത് ആനിവേഴ്സറി. ഇന്ദിരാഗാന്ധിയുടെ 108ാമത്തെ ബർത്ത് ആനിവേഴ്സറി ആണ്. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു. ഇന്ത്യ പേ ട്രിബ്യൂട്ട് ടു ഫോമർ പ്രൈം മിനിസ്റ്റർ ലൈറ്റ് ഇന്ദിരാഗാന്ധി അറ്റ് ശക്തിസൽ. ഇന്ദിരാഗാന്ധിയുടെ ആ ഒരു ശവകുടീരത്തെയാണ് ശക്തിസൽ എന്ന് പറയുന്നത്. ഹർ മെമ്മോറിയൽ സൈറ്റ് ഇൻ ന്യൂഡൽഹി ഓൺ ദ ഒക്കേഷൻ ഓഫ് 108th ബർത്ത് ആനിവേഴ്സറി. ബോൺ ഓൺ 19th November 1917 ഇൻ അലഹാബാദ് ടു ജവഹർലാൽ നെഹ്റു ആൻഡ് കമലാ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെയും കമലാ നെഹ്റുവിൻ്റെയും മകളായിട്ടാണ് ആര് വന്നത്? ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ മകൻ ആരാണ്? രാജീവ് ഗാന്ധി ആണല്ലേ. ഇന്ദിരാഗാന്ധി became India's first and only woman prime minister, serving from 1966 to 1977 and again 1980 to 1984. ഓക്കെ, അതുകൂടി ഇന്ദിരാഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ടെന്ന് ഓർത്ത് വയ്ക്കണം. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലായിരുന്നു 14ഓളം ഇന്ത്യൻ ബാങ്കുകൾ എന്താണ് നാഷണലൈസ് ചെയ്യപ്പെട്ടത്. അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട ക്രെഡിറ്റ് ആക്സസ്, റൂറൽ ഡെവലപ്മെന്റ് സപ്പോർട്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ വന്നു. ഗരീബി ഹട്ടാവോ ആ ഒരു സ്കീമും കാര്യങ്ങളൊക്കെ ഓർമ്മയില്ലേ? 5 year പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് ലോഞ്ച് ചെയ്ത് 1972 രാജ്യം ഭാരതരത്ന അവാർഡ് നൽകിയിട്ട് ഇന്ദിരാഗാന്ധി ആദരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ ഒന്ന് ഓർത്ത് വയ്ക്കണം. അതുപോലെ തന്നെ മെക്സിക്കൻ അക്കാഡമി അവാർഡ് ഫോർ ലിബറേഷൻ ഓഫ് ബംഗ്ലാദേശ് 1972 ലഭിച്ചു. FAOന്റെ സെക്കൻഡ് ആനുവൽ മെഡൽ ലഭിച്ചു 1973. അതുപോലെ തന്നെ ഡ്യൂറിംഗ് 4th 5 year പ്ലാൻ 1969-74 ഷീ പ്രൊമോട്ടർ ഹൈ ഈൽഡിംഗ് വെറൈറ്റി സീഡ്സ്, ഗ്രീൻ റവല്യൂഷൻ കാര്യങ്ങൾ അതൊക്കെ പ്രൊമോട്ടും ചെയ്തു. അടുത്ത എന്താണ്? നാഷണൽ മിൽക്ക് ഡേ 2025. 2025 വർഷത്തെ നാഷണൽ മിൽക്ക് ഡേ അല്ലെങ്കിൽ എന്താണ് ക്ഷീരദിനം എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാൻ വേണ്ടി സാധിക്കും അല്ലേ. സോ എല്ലാ വർഷത്തെയും പോലെ തന്നെ എന്താണ് 2025 നവംബർ 26 നമ്മുടെ മിനിസ്ട്രി ഓഫ് അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിങ് എന്താണ് ഈ ഒരു ദേശീയ ക്ഷീരദിനം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ദിനമായിരിക്കും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത്. അതുപോലെ തന്നെ എന്തുകൊണ്ട് ഇങ്ങനൊരു ദിനം വന്നു എന്ന രീതിയിലും ചോദ്യം വരാം അല്ലേ. നമ്മുടെ മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്ന ഡോക്ടർ വർഗീസ് കുര്യൻ്റെ ജന്മദിനമാണ്. വർഗീസ് കുര്യൻ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ഇന്ത്യയിൽ വൈറ്റ് റവല്യൂഷൻ, മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ടായിട്ടുള്ളൊരു സമരമാണ്. എല്ലാം അവിടെ ഉണ്ടായിരുന്ന റവല്യൂഷൻ എന്ന് തന്നെ, വിപ്ലവം എന്ന് തന്നെ പറയാം അല്ലേ. ഗ്രീൻ റവല്യൂഷൻ പോലെ തന്നെ, ഗ്രീൻ റവല്യൂഷൻ കാർഷിക മേഖലയാണെങ്കിൽ
ഈ പറയുന്ന വൈറ്റ് റവല്യൂഷൻ എന്താണ് വരുന്നത്? വൈറ്റ് റവല്യൂഷൻ വരുന്ന മിൽക്കിൻ്റെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലേ. സോ അതിന് വേണ്ടിയിട്ട് മുൻകൈയെടുത്ത വളരെ പ്രധാനപ്പെട്ട വ്യക്തി ആരാണ്? ഡോക്ടർ വർഗീസ് കുര്യൻ. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് നമ്മൾ നവംബർ 26 ആഘോഷിക്കുന്നത്. സോ ആ ഒരു ദിനം നമ്മൾ എന്താണ് ഇന്ത്യയിൽ നാഷണൽ മിൽക്ക് ഡേ ആയിട്ടും സെലിബ്രേറ്റ് ചെയ്യുന്നു. എവറി ഇയർ ദ ഫസ്റ്റ് ഡേ ഓഫ് ജൂൺ ഈസ് ഒബ്സർവ്ഡ് ആസ് എ വേൾഡ് മിൽക്ക് ഡേ. മാറിപ്പോവരുത്. നമ്മൾ നാഷണൽ മിൽക്ക് ഡേ എന്ന രീതിയിൽ പറഞ്ഞത് നവംബർ 26 ആണെങ്കിൽ വേൾഡ് മിൽക്ക് ഡേ എന്താണ്? അത് ഒരു കൃത്യമായുള്ളൊരു ദിനമല്ല. ജൂൺ മാസത്തിലെ ആദ്യ ദിനത്തെയാണ് നമ്മൾ ജൂൺ 1, അതായത് ജൂൺ 1 തന്നെയാണ്. ഓക്കെ, കൃത്യമുള്ള വേൾഡ് മിൽക്ക് ഡേ എന്ന രീതിയിൽ ഫസ്റ്റ് ഡേ, ഞാൻ പെട്ടെന്ന് ഫസ്റ്റ് മൺഡേ എന്ന രീതിയിൽ വായിച്ചു പോയി. ഓക്കെ, ഫസ്റ്റ് ഡേ ഓഫ് ജൂൺ 1 അത്രയേ ഉള്ളൂ. ഓക്കെ, അത് ഓർത്ത് വെച്ചാൽ മതി. ദ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് വാസ് ക്രിയേറ്റഡ് ഇൻ 1965. ഇത് പരീക്ഷയ്ക്ക് ചോദ്യം വരാം. ഏത് വർഷമാണ് NDDB അഥവാ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് രൂപീകരിക്കപ്പെട്ടെന്ന് ചോദിക്കും. അതിന് ആദ്യ പ്രഥമ ചെയർപേഴ്സൺ ആരായിരുന്നു, ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് വർഗീസ് കുര്യനാണ്. India has consistently retained its position as the world's leading milk producer, contributing nearly 1/4 of a global output. ലേറ്റസ്റ്റ് വന്ന കാര്യങ്ങളൊക്കെ 2026 വന്ന പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്ന അതിലെ കണക്കുകളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓവർ ദ ലാസ്റ്റ് 11 years, India's dairy sector has expanded significantly by 70%, contributing around 5% of national economy. നമ്മുടെ രാജ്യത്തിൻ്റെ ടോട്ടൽ എക്കണോമിയുടെ എന്താണ് 5% ഈ പറയുന്ന മിൽക്കുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഡക്ഷനാണ്. ഏതാണ്ട് 8 കോടിയോളം ഫാമേഴ്സിന് ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഡയറക്റ്റ് ജോലിയും നൽകുന്നുണ്ട്. നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ 2025 ഏത് വർഷം നോക്കിയാലും നമ്മുടെ എന്താണ് ഭരണഘടനാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് നവംബർ 26 എന്തുകൊണ്ട്? വൈ നമ്മൾ ഈ പറയുന്ന ദിനം നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് നവംബർ 26 എന്ന ദിനം സെലിബ്രേറ്റ് ചെയ്യുന്നു? കാരണം എന്താണ്? നമ്മുടെ ഇന്ത്യയിൽ ഭരണഘടന ഒഫീഷ്യലായിട്ട് അഡോപ്റ്റ് മാറിപ്പോവരുത്. ഒഫീഷ്യലായിട്ട് അഡോപ്റ്റുമുണ്ട്, അതുപോലെ കെയിം ഇൻഡ് ഫോഴ്സും ഉണ്ട് അല്ലെ. അഡോപ്റ്റും ഉണ്ട്, കെയിം ഇൻഡ് ഫോഴ്സും ഉണ്ട്, രണ്ടും മാറിപ്പോവരുത്. ഭരണഘടന ഒഫീഷ്യലായിട്ട് അഡോപ്റ്റ് ചെയ്ത ദിനമാണ് നവംബർ 26, 1949. എന്നാൽ കെയിം ഇൻഡ് ഫോഴ്സ് എന്താണ്? ജനുവരി 26, 1950. സോ മാറിപ്പോവരുത്. അതുപോലെ ഭരണഘടനയിൽ പ്രതിപാദിക്കപ്പെടുന്ന ഏക ദിനം കൂടിയാണ് എന്താ നവംബർ 26 എന്ന് പറയുന്ന ദിനം. കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ 2025 വാസ് ഒബ്സർവ്ഡ് ഓൺ 26 നവംബർ വിത്ത് ദ ലോഞ്ച് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇൻ 9 ലാംഗ്വേജസ്. 9 ഡിഫറെൻറ്റ് ഭാഷകളിലായിട്ടായിരുന്നു നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്താണ് അന്ന് രൂപീകരിക്കപ്പെട്ടത്. അഡോപ്റ്റ് ചെയ്തു. ആദ്യം എന്താണ് അഡോപ്റ്റ് ചെയ്യപ്പെട്ടു, പിന്നീടാണ് കെയിം ഇൻടു ഫോഴ്സ് അല്ലെങ്കിൽ നിലവിൽ വരുന്നത്. ഇറ്റ് കോമമറേറ്റ് ദ അഡോപ്ഷൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് 26 നവംബർ 1949, മാർക്കിംഗ് ഇന്ത്യസ് ട്രാൻസിഷൻ ടു സോവറൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. അങ്ങനെ പരമാധികാര രാജ്യമായിട്ട് ജനാധിപത്യ രാജ്യമായിട്ട് നമ്മുടെ ഇന്ത്യ മാറുന്നത് 1950 ആകുമ്പോഴാണ്. അതിന് മുൻപ് തന്നെ ഭരണഘടന എന്താണ് അഡോപ്റ്റും ചെയ്തിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻടു ഫോഴ്സ് ഇത് സ്ഥിരം ചോദ്യമാണ്. ഈ പറയുന്ന പ്രീവിയസ് ചോദ്യമൊക്കെ സ്ഥിരമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നവരൊക്കെ വിചാരിക്കും ഇതൊക്കെ നമ്മൾ സ്ഥിരം കേട്ട് തഴമിച്ച ചോദ്യമല്ലേ. ആണ്, പക്ഷെ ആദ്യമായിട്ട് കേൾക്കുന്നവരും കൃത്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടോ പൊളിറ്റിയെ പറ്റിയിട്ടോ ധാരണയില്ലാത്ത കുട്ടികളും ഉണ്ടാവും അല്ലേ. സോ അവർക്ക് എന്താണ് ഇത് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നത്, അലൈനിങ് വിത്ത് ദ പൂർണ്ണ സ്വരാജ് റെസൊല്യൂഷൻ ഓഫ് 1930. കാരണം 1930 മുതലേ പറയുന്നുണ്ട് പൂർണ്ണ സ്വരാജ് കംപ്ലീറ്റ് ഫ്രീഡം എന്ന് പറയുന്ന ലക്ഷ്യം. ജനുവരി 26 കൊടിയൊക്കെ ഉയർത്തിയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അന്ന് തൊട്ട് എന്താണ് ഈ റിപ്പബ്ലിക് എന്ന് പറയുന്ന കൺസെപ്റ്റ്, റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്ന കൺസെപ്റ്റ് ജനുവരി 26 ആഘോഷിക്കുന്നത്. അങ്ങനെയാണ് നവംബർ 26 എന്ന് പറയുന്ന ദിനം അഡോപ്റ്റ് ചെയ്ത ദിനമായിട്ടും ജനുവരി 26 എന്ന് പറയുന്ന ദിനം നമ്മൾ എന്താണ് ഈ പറയുന്ന റിപ്പബ്ലിക് ഡേ ആയിട്ടും ആചരിച്ചത്. നമ്മുടെ ഭരണഘടന അതിൻ്റെ കരട് രൂപീകരിക്കാൻ അല്ലെങ്കിൽ ഭരണഘടന ഫുൾ അതിൻ്റെ വർക്ക് എഴുതി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 വർഷവും 11 മാസവും 18 ദിവസവും എടുത്തിട്ടുണ്ട്. അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് വാസ് ഡിക്ലെയർ ഒഫീഷ്യലി ഇൻ 2015 ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അണ്ടർ ദ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ്, അലൈനിങ് വിത്ത് ഡോക്ടർ BR അംബേദ്കർ 125th ബർത്ത് ആനിവേഴ്സറി ഏർലിയർ ഒബ്സർവ്ഡ് ആസ് എ ലോ ഡേ. 2015 ഇതുപോലെ ഭരണഘടനാ ദിനം എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവരുന്നത്. ഓൾറെഡി എന്താണ് നമ്മൾ ലോ ഡേ ആയിട്ട് നിയമദിനമായിട്ട് എന്താണ് ആചരിക്കുന്നുണ്ട്. നവംബർ 26 നമ്മുടെ ഇന്ത്യയിലെ നിയമദിനം ലോ ഡേ ആണ്. സോ 2025 എന്ന് പറയുന്ന 2015 ഓക്കെ. സോ 2015 എന്ന് പറയുന്ന വർഷം എന്താണ് ഡോക്ടർ BR അംബേദ്കറുടെ 125th ബർത്ത് ആനിവേഴ്സറി ആയിരുന്നു. സോ തീർച്ചയായിട്ടും ഇതുപോലൊരു ആനിവേഴ്സറി ആചരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനൊരു ആദരവ് എന്ന രീതിയിൽ അദ്ദേഹം എഴുതി തയ്യാറാക്കിയ ഭരണഘടന എന്താണ്, അദ്ദേഹം ആർക്കിടെക്റ്റായിട്ട് ഉണ്ടായിരുന്ന, അദ്ദേഹം ഭാഗമായിരുന്ന ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ
ഒരു ആദരവ് എന്ന രീതിയിലൊക്കെ നമ്മൾ 2015 അദ്ദേഹത്തിൻ്റെ 125ാമത്തെ ബർത്ത് ആനിവേഴ്സറി ഡേയിൽ ഈ പറയുന്ന നവംബർ 26 എന്ന് പറയുന്ന ദിനം നമ്മൾ എന്താണ് നിയമദിനത്തോടുകൂടെ തന്നെ ഭരണഘടനാ ദിനമായിട്ടും പ്രഖ്യാപിച്ചു. ഡോക്ടർ BR അംബേദ്കറാണ് എന്താ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ചീഫ് ആർക്കിടെക്ട്. 2025 തീം പഠിച്ചു വെച്ചു. 2025 തീം തന്നെയാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. കാരണം 2026 തീം നമുക്ക് എന്തായാലും വന്നിട്ടില്ല. ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്നതാണ് തീമും. ഓക്കെ, ആ ഒരു തീം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. നെക്സ്റ്റ് എന്താണ് വേൾഡ് കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ 2025. 2025 വേൾഡ് കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം അല്ലേ. നമ്മൾ എല്ലാ വർഷവും എന്താണ് ഈ പറയുന്ന കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ ഡിസംബർ 2-ാം തീയതിയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ സോഷ്യൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട് ഒഴിച്ചു കൂടാനാവാത്ത കാര്യം തന്നെയാണ് കമ്പ്യൂട്ടർ. ഇപ്പം കമ്പ്യൂട്ടറൊക്കെ കുറവാണ്, നമ്മുടെ കയ്യിൽ എന്താണ് മൊബൈൽ ഫോണൊക്കെയാണ് കൂടുതൽ അല്ലേ. വേൾഡ് കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ ഈസ് ഒബ്സർവ്ഡ് എവറി ഇയർ ഓൺ December 2 ടു പ്രൊമോട്ട് ദ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ, ടെക്നോളജിക്കൽ അവയർനെസ് ആൻഡ് ഈക്വൽ ആക്സസ് ടു കമ്പ്യൂട്ടർ സ്കിൽസ്. ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും ഇതൊക്കെ ഉപയോഗിക്കാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? പ്രായ വ്യത്യാസമല്ല. ഇപ്പം നമ്മുടെ എന്താണ് അപ്പൂപ്പനായി കഴിഞ്ഞാലും അല്ലെങ്കിൽ പാരൻസ് ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മുടെ മക്കളായി കഴിഞ്ഞാലും എല്ലാവരും എന്താണ് ഈ പറയുന്ന കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയാസ് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു ടെക്നോളജി എല്ലാവർക്കും അറിയാം. അറിയാത്തൊരു കാലം ഉണ്ടായിരുന്നു. സോ ആ ഒരു കാലത്തൊക്കെയാണ് ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ വന്നത്. സോ പഠിക്കുകയാണത്. ഡിസംബർ 2-ാം തീയതി എന്താണ് കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ ആണ്. നമ്മളിപ്പം ചർച്ച ചെയ്യുന്ന സമയത്ത് എന്തായാലും 2026 ഒന്നും ചോദിക്കാൻ സാധ്യതയില്ല. കാരണം 2026 ആയിട്ടില്ലല്ലേ. സോ 2025 ആ ഒരു വർഷവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. 2025 ജനുവരി തൊട്ടിട്ട് ഡിസംബർ വരെ ഇനി വരുന്ന വളരെ ഒരുവിധം പരീക്ഷകൾക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ ഒരു കാര്യങ്ങൾ പഠിച്ചു വെക്കണം. വേൾഡ് കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ ഫസ്റ്റ് നമ്മുടെ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന 2001 ഈ ഒരു കാര്യം. NIIT ലിമിറ്റഡ് ആണ് ഇത് കൊണ്ടുവരുന്നത്. അതുകൂടെ പഠിച്ചു വെക്കണം. ഇനി എന്താണ് ഇന്റർനാഷണൽ ഡേ ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ഡേയ്സ് ആണ് നമ്മളിങ്ങനെ നോക്കി വരുന്നത്. ഓക്കെ, ഇന്റർനാഷണൽ ഡേ ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് 2025. 2025 അന്താരാഷ്ട്ര പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് എന്താണ് ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ എന്നാണ് പറയുക. ഡിസബിലിറ്റീസ് അല്ല പൊതുവെ PWD എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതായത് ഇത്തരം ആളുകൾ നമ്മൾ എന്താണ് PWD എന്ന രീതിയിൽ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് എന്ന് പറയുന്നുണ്ടെങ്കിലും ദിവ്യാംഗ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ, അതായത് നമ്മളേക്കാളും എന്താണ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കഴിവുള്ള ആളുകൾ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട് അല്ലേ. So on December 3rd, the International Day of Person with Disabilities, President Draupadi Murmu presented the National Awards for the Empowerment of Person with Disabilities 2025 at New Delhi, emphasizing the role of inclusion in national development. So അവരെ എന്താണ് ദേശീയ വികസനത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള അവാർഡും കാര്യങ്ങളും കൊണ്ടുവരുന്നത്. തീമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത തീമുകളായിരിക്കും നമുക്ക് പരീക്ഷയ്ക്ക് വരിക. ഫോസ്റ്ററിംഗ് ഡിസബിലിറ്റി ഇൻക്ലൂസീവ് സൊസൈറ്റീസ് ഫോർ അഡ്വാൻസിങ് സോഷ്യൽ പ്രോഗ്രസ് എന്നതാണ് 2025 തീം. ദ ടേം ദിവ്യാംഗജൻ, അതാണ് ഞാനിപ്പോൾ പറഞ്ഞല്ലേ. ദ ടേം ദിവ്യാംഗജൻ അഡോപ്റ്റഡ് സിൻസ് 2015 സിംപ്ലൈസസ് റെസ്പെക്ട് ആൻഡ് ഡിഗ്നിറ്റി ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്. ഇത്തരത്തിലുള്ള പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസിനോട് എന്താണ് അവരോട് നമ്മൾ ഒരിക്കലും അനുകമ്പയോ സഹതാപോ അല്ല കാണിക്കേണ്ടത്. അവർക്കും ഈ സമൂഹത്തിൽ അവരുടേതായുള്ള സ്ഥാനങ്ങളുണ്ട്. അവരുടെ മേഖലയിൽ എന്താണ് അവർക്ക് ഉയർന്നു വരാൻ വേണ്ടി സാധിക്കും അല്ലേ. സോ അത്തരത്തിൽ അവരെ ആദരിക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു നൽകുക, അതാണ് ലക്ഷ്യം. അതിനുവേണ്ടി ഒരു ആക്ട് തന്നെയുണ്ട്. എന്താണ് റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് എന്ന് പറയുന്ന ഒരു ആക്ട് തന്നെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട അവിടെയുണ്ട്. 2016 ഈ ഒരു ആക്ടിൻ്റെ പിൻബലത്തിലാണ് റീസെൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയർ അടക്കം ഞാൻ പറഞ്ഞുതരാം. സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പറയുന്ന അവരുടെ എന്താണ് പല അവകാശങ്ങളും ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. അവരുടെ അവകാശങ്ങളും കാര്യങ്ങളും സുപ്രീം കോടതി ഇടപെട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പല കാര്യങ്ങളെക്കുറിച്ചിട്ടും സുപ്രീം കോടതി ഇടപെട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ അതത് സമയങ്ങളിൽ എന്താണ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എ ലാൻഡ്മാർക്ക് ലെജിസ്ലേറ്റീവ് ഫ്രെയിംവർക്ക് ദാറ്റ് എക്സ്പാൻഡ് റെക്കഗ്നൈസ്ഡ് ഡിസബിലിറ്റി കാറ്റഗറീസ് ഫ്രം 7 to 21 ആൻഡ് ഇൻക്രീസ്ഡ് ഗവൺമെൻറ് ജോബ് റിസർവേഷൻ ഫ്രം 3 to 4%. എന്താണ് ഇതുവരെ ഉണ്ടായിരുന്ന ഡിസബിലിറ്റി കാറ്റഗറീസ് 7 എന്നതിൽ നിന്നും 21 വർദ്ധിപ്പിക്കുന്നത് RPWD റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016 ആണ്. അതുപോലെ 3% മാത്രം ജോബ് റിസർവേഷൻ ഉണ്ടായിരുന്ന ഗവൺമെൻറ് ജോലിയിലേക്ക് ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്ന റിസർവേഷൻ 4% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ PM പ്രധാനമന്ത്രി ദക്ഷത ഓർ കുശാൽത്ത സമ്പൻ ഹിതഗ്രാഹി എ കോംപ്രഹെൻസീവ് digital portal that offers free skill development training programs and directly connects with the PWDs with the potential employer and job aggregators. So അവർക്ക് എന്താണ് ആ ഒരു വരുമാന മാർഗ്ഗങ്ങൾ കൊണ്ടുവരാനുള്ള ജോലിയും കാര്യങ്ങളും തരപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോട് വന്ന പദ്ധതികളാണ്. അതൊക്കെ ഓർത്ത് വയ്ക്കാം.
നെക്സ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, എല്ലാം പ്രധാനപ്പെട്ട കാര്യമാണ്, ഏത് ഡേയും തീമും ചോദിക്കുന്നു അറിയില്ല. സോ എന്തായാലും എല്ലാം പഠിച്ചു വയ്ക്കുക. ഓക്കെ. സോ വേൾഡ് സോയിൽ ഡേ 2025, 2025 ലോക മണ്ണ് ദിനം അഥവാ വേൾഡ് സോയിൽ ഡേ. ആരാണ് ഈ ഒരു വേൾഡ് സോയിൽ ഡേ ആചരിക്കുന്നതെന്ന് അറിയാം? ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ അഥവാ FAO ആണ്. യുഎന്നിന്റെ ഭാഗമായിട്ട് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ അഥവാ FAO ആണ് വേൾഡ് സോയിൽ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. എല്ലാ വർഷവും ഡിസംബർ 5-ാം തീയതി നമ്മൾ എന്താണ് മണ്ണ് ദിനമായിട്ട് ആചരിക്കാറുണ്ട്. വേൾഡ് സോയിൽ ഡേ ഓൺ 5th December ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ഓഫ് ദ UN. യുണൈറ്റഡ് നേഷൻ്റെ FAO ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ആണ് എല്ലാ വർഷവും എന്താണ് ഈ പറയുന്ന മണ്ണ് ദിനം അഥവാ സോയിൽ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഹൈലൈറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സോയിൽ ആസ് ഹ്യൂമൻ സസ്റ്റൈനിങ് റിസോഴ്സ്. തീർച്ചയായിട്ടും മണ്ണുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ പോകുന്നത് അല്ലേ? മണ്ണ് പണിയെടുത്ത് കൃഷി ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഭക്ഷണം കഴിക്കാനും പറ്റുന്നത്. ദ UN സെലക്ടഡ് December 5 ടു ഹോണർ ദ മെമ്മറി ഓഫ് കിങ് ഭൂമിബോൽ അതുല്യ തേജ് ഓഫ് തായ്ലാൻഡ് ഹു ചാമ്പ്യൻ സസ്റ്റൈനബിൾ സോയിൽ മാനേജർ. തായ്ലാൻഡിൻ്റെ മുൻ കിങ് ആയിരുന്നു ഭൂമിബോൽ അതുല്യ തേജ്. സോ ഇദ്ദേഹം എന്താണ് മണ്ണ് പരിപാലനവുമായിട്ട് ബന്ധപ്പെട്ടും സോയിൽ കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടും ഒരുപാട് കാര്യങ്ങൾ എന്താണ് ചെയ്തൊരു വ്യക്തിയാണ് ഇദ്ദേഹം. സോ ഇദ്ദേഹത്തിനോടുള്ളൊരു ആദരവ് എന്ന രീതിയിലാണ് നമ്മൾ എന്താണ് വേൾഡ് സോയിൽ ഡേ ആയിട്ട് 2025 ഏത് വർഷമായാലും ഈ ഒരു December 5 എന്ന് പറഞ്ഞ ദിനം സെലിബ്രേറ്റ് ചെയ്യുന്നത്. 2025 തീം പഠിച്ചു വയ്ക്കണം. ഹെൽത്തി സോയിൽസ് ഫോർ ഹെൽത്തി സിറ്റീസ് എന്നതാണ്. എന്താണ് തീം? 2025 തീമാണ് ഹെൽത്തി സോയിൽസ് ഫോർ ഹെൽത്തി സിറ്റീസ് എന്നത്. The idea of an international day for soil was first proposed by the International Union of Soil Sciences in 2002. 2002 ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് സോയിൽ സയൻസസ് ആണ് ഈ പറയുന്ന ദിനം. ഇങ്ങനൊരു ദിനം വേണമെന്നൊരു ചിന്ത ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. FAO പ്രൊമോട്ടഡ് ഇറ്റ്സ് ഫോർമൽ റെക്കഗ്നിഷൻ ലീഡിംഗ് ടു FAO കോൺഫറൻസ് എൻഡോസിംഗ് വേൾഡ് സോയിൽ ഡേ 2013. അങ്ങനെ 2002 എന്താണ് ഈ പറയുന്ന ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് സോയിൽ സയൻസസ് ഇങ്ങനൊരു ദിനം വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് അറിയിക്കുകയും അങ്ങനെ മെല്ലെ FAOയുടെ ശ്രദ്ധയിൽ ഇത് പെടുകയും 2013 എന്താണ് FAO പറഞ്ഞു, ഒഫീഷ്യലായിട്ട് പറഞ്ഞു ഇങ്ങനൊരു ദിനം നമുക്ക് വേണമെന്ന് പറഞ്ഞു. ഇനി ആരിടപെടണം? UN ജനറൽ അസംബ്ലി അല്ലേ? അങ്ങനെ UN ജനറൽ അസംബ്ലി, യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലി ഇതിൽ ഇടപെടുകയും 2014 December 5 ഓൺവേർഡ്സ് എന്താണ് ലോകത്തിലെ ആദ്യത്തെ വേൾഡ് സോയിൽ ഡേ അവരവിടെ സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്തു. ഇതാണ് അതിന് പിറകെയുള്ള ആ ഒരു ചരിത്രം കൃത്യമായിട്ടൊന്ന് പഠിച്ചു വയ്ക്കാം. നെക്സ്റ്റ് എന്താണ് ഇന്ത്യൻ നേവിയുടെ 2025. കഴിഞ്ഞ ഏതോ ഒരു പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്ന നേവി ഡേയുമായിട്ട് ബന്ധപ്പെട്ട തീം അവർ ചോദിച്ചു. സോ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കണം. പരീക്ഷയ്ക്ക് വന്ന ചോദ്യമായിരുന്നു തീമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. നമ്മൾ ബാക്കി സോയിൽ ഡേയുടെ തീമും അതുപോലെ കമ്പ്യൂട്ടർ ലിറ്ററസി ഡേയുടെ തീമും അതുപോലെ HIV AIDS ഡേയുടെ തീമും അതൊക്കെ പഠിച്ചു, ഹ്യൂമൻ റൈറ്റ് ഡേയുടെ തീമൊക്കെ പഠിച്ചു പോയിട്ട് അവസാനം എന്താണ് ഇന്ത്യൻ നേവി ഡേയുമായിട്ട് ബന്ധപ്പെട്ട് 2025 തീം എന്താണെന്ന് അവർ ചോദിച്ചു അല്ലേ? സോ പഠിച്ചു പോയവർക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടാവും. കാര്യങ്ങളും അല്ലാത്തവരെന്താണ് അതിൽ നിന്ന് വെച്ച് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള തീം വരുന്ന സമയം നമുക്ക് അവിടെ കട്ട് ചെയ്യാനും പറ്റത്തില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. സോ ഇന്ത്യൻ നേവി ഡേ ഒബ്സർവ്ഡ് ആനുവലി ഓൺ December 4 ഹോണേഴ്സ് ബ്രേവറി, ഡെഡിക്കേഷൻ ആൻഡ് സാക്രിഫൈസ് ഓഫ് നേവൽ പേഴ്സണൽ സേഫ് ഗാർഡിങ് ഇന്ത്യാസ് മാരിടൈം സെക്യൂരിറ്റി. പറയുന്ന മാരിടൈം സെക്യൂരിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ആളുകളെയാണ് നമ്മൾ ആദരിക്കുന്നത്. അല്ലെങ്കിൽ അത്തരത്തിൽ രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാടിയ ആളുകളെയാണ് നമ്മൾ ആദരിക്കുന്നത്. ദ 2025 സെലിബ്രേഷൻസ് അറ്റ് ശംഖുമുഖം ബീച്ച് ഇൻ തിരുവനന്തപുരം. 2025 എവിടെ വെച്ചിട്ടാണ് നടന്നതെന്ന് ചോദിച്ചാൽ, ഇത് സെലിബ്രേഷനും കാര്യങ്ങളും നടന്നതെന്ന് ചോദിച്ചാൽ മറ്റെവിടെയല്ല, നമ്മുടെ സ്വന്തം കേരളത്തിലെ തിരുവനന്തപുരത്തെ ശംഖുമുഖം ബീച്ചിലാണ്. ഇനി വന്ന ചോദ്യം തീമാണ് അല്ലേ? കോമ്പാക്ട്, റെഡി, കൊഹസീവ്, ക്രെഡിബിൾ ആൻഡ് ആത്മനിർഭർ ഫോഴ്സ് എന്നതാണ്. എന്താണ് കോമ്പാക്ട്, റെഡി, കൊഹസീവ്, ക്രെഡിബിൾ ആൻഡ് ആത്മനിർഭർ ഫോഴ്സ് എന്നാണ് തീം. നേവി ഡേ കോമമറേറ്റ്സ് ഓപ്പറേഷൻ ട്രിഡന്റ്, ദ റിമാർക്കബിൾ നേവൽ സ്ട്രൈക്ക് ഡ്യൂറിങ് 1971 ഇൻഡോ പാക് വാർ. എന്തുകൊണ്ട് ഇങ്ങനൊരു ദിനം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ 1971 ഇൻഡോ പാക് വാർ ഉണ്ടായിട്ടുണ്ട്. ആ വാറിൻ്റെ സമയത്ത് നമ്മുടെ നേവൽ ബേസിനെ പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അവർ അറ്റാക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ വിചാരിച്ചു ഇങ്ങനൊരു അറ്റാക്കും വാങ്ങിയിട്ട് നമ്മളെന്താണ് മിണ്ടാതിരിക്കുമെന്ന് വിചാരിച്ചു അല്ലേ? നമ്മൾ മിണ്ടാതിരിക്കും. ശക്തമായിട്ട് തന്നെ തിരിച്ചടിച്ചിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാൻ്റെ കറാച്ചിയിലെ വെസ്റ്റേൺ ഫ്ലീറ്റിനെ നമ്മളെന്താണ് അടിച്ചു പരത്തിയിട്ടുണ്ടായിരുന്നു. PNS കൈബാർ, PNS മുഹാഫീസ്. സോ ഇതൊക്കെ എന്താണ് ശക്തമായിട്ട് നമ്മൾ ഡാമേജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പാകിസ്ഥാൻ നേവൽ ഷിപ്പിനെയൊക്കെ എന്താണ് അടിച്ച് നിലം പരിശാക്കേണ്ടായിരുന്നു. ഒന്ന് അവർ ഇങ്ങോട്ടേക്ക് തന്ന സമയത്ത് 100 നമ്മൾ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. സോ ഓപ്പറേഷൻ ട്രിഡന്റ് എന്നതായിരുന്നു അതിൻ്റെ പേര്. ആ ഒരു ഓപ്പറേഷൻ ട്രിഡന്റിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഈ ഒരു ദിനം സെലിബ്രേറ്റ് ചെയ്യുന്നത്. December 4-5 ഓപ്പറേഷൻ ട്രിഡന്റ് നമ്മൾ
നടത്തിയത്. അതുകൊണ്ടെന്നാണ് ഡിസംബർ 4-ാം തീയതി നമ്മൾ നേവി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. നേവി ഡേ കോമമറേറ്റ് ഓപ്പറേഷൻ ട്രിഡന്റ്, ദ റിമാർക്കബിൾ നേവൽ സ്ട്രൈക്ക് ഡ്യൂറിംഗ് 1971 ഇൻഡോ-പാക് വാർ. ഓൺ ദ നൈറ്റ് ഓഫ് December 4-5 ഇന്ത്യൻ മിസൈൽ ബോസ് സർപ്രൈസർ Pakistan's Western Fleet at Karachi, sinking PNS Khyber and PNS Muhafiz, severely damaging PNS ഷാജഹാൻ ആൻഡ് ഡിസ്ട്രോയിങ് വൈറ്റൽ ഫ്യൂവൽ ഡെപ്പോട്ട്സ്. സോ ഇത്തരത്തിൽ അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് ശക്തമായിട്ട് അറ്റാക്ക് ചെയ്തു. ഇനി ഈ മേലാൽ ഈ പരിസരത്ത് ഈ ഒരു സാധനം കൊണ്ട് വരരുതെന്ന രീതിയിൽ നമ്മൾ അറ്റാക്ക് ചെയ്തു അല്ലേ. ദ ഓപ്പറേഷൻ മാർക്ക് ദ ഫസ്റ്റ് കോമ്പാറ്റ് യൂസ് ഓഫ് ആൻറ്റി ഷിപ്പ് മിസൈൽ ഇൻ ദ റീജിയൻ ആൻഡ് ഫോഴ്സ്ഡ് പാകിസ്ഥാൻ നേവി ടു റിമെയിൻ കൺഫൈൻഡ് വിത്തിൻ ഇറ്റ്സ് പോർട്സ്. അതായത് നമ്മൾ ആദ്യമായിട്ട് ആൻറ്റി ഷിപ്പ് മിസൈൽ അവിടെ ഉപയോഗിക്കുകയും ചെയ്തു. പാകിസ്ഥാന് വാണിംഗ് കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്ത് നിന്നോളാം, ഇങ്ങോട്ട് കയറിക്കൊണ്ട് വരരുതെന്ന ഒരു വാണിംഗ് നമ്മൾ കൊടുത്തു. ദിസ് സ്ട്രീം ഷോ കേസ്ഡ് എക്സെപ്ഷണൽ സ്ട്രാറ്റജിക് പ്ലാനിംഗ് ആൻഡ് ബോൾഡ്നെസ് എസ്റ്റാബ്ലിഷ് December 4 ആസ് ഡേ ഡെഡിക്കേറ്റഡ് ടു ഹോണറിംഗ് നേവൽ ലെഗസി ആൻഡ് മാരിടൈം സുപ്രീമസി. ഓക്കെ, അതുകൂടെ ഓർത്ത് വെച്ചാൽ മതി. ഇനി മനുഷ്യാവകാശ ദിനം എല്ലാം ഡിസംബർ മാസ കാര്യങ്ങളാണല്ലേ. സോ 2025 ഹ്യൂമൻ റൈറ്റ്സ് ഡേ അഥവാ മനുഷ്യാവകാശ ദിനം എന്നാണ്. ഏത് വർഷമായാലും നമ്മൾ എന്താണ് December 10-ാം തീയതിയാണ് മനുഷ്യാവകാശ ദിനമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ട് December 10 മനുഷ്യാവകാശ ദിനമായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അന്നാണ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് UDHR എന്ന് പറയും 1948 December 10-ാം തീയതിയാണ് നമ്മൾ എന്താണ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യുന്നത് അല്ലേ. സോ അത് അഡോപ്റ്റ് ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ആ ഒരു December 10 എന്ന് പറയുന്ന ഡേറ്റ് നമ്മൾ എന്താണ് ഫോർമലി ഹ്യൂമൻ റൈറ്റ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന 1950 UN ജനറൽ അസംബ്ലിയുടെ റെസൊല്യൂഷനിലോടാണ് ഇത് പാസ്സാക്കപ്പെടുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് ഡേയ്സ് ഒബ്സർവ്ഡ് എവറി ഇയർ ഓൺ 10th December ടു കോമമറേറ്റ് ദ അഡോപ്ഷൻ ഓഫ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ 1948. 1948 എന്താണ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അത് അഡോപ്റ്റ് ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് അല്ലേ. ദ ഡേ വാസ് ഫോർമലി എസ്റ്റാബ്ലിഷ് 1950. എന്നിട്ട് എന്താണ് UN ഒരു ജനറൽ അസംബ്ലിയുടെ റെസൊല്യൂഷനിലൂടെ 1950 ഈ ഒരു ദിനം നമ്മൾ ഒഫീഷ്യലായിട്ട് അഡോപ്റ്റും ചെയ്തു. 2025 തീം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എവറിഡേ എസെൻഷ്യൽസ് എന്നതാണ് 2025 തീം. എന്താ തീം? എവറിഡേ എസെൻഷ്യൽ എന്നതാണ്. ഇൻ ഇന്ത്യ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ഈസ് ഗൈഡഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് ആക്ട് 1993 അണ്ടർ വിച്ച് ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് 1993. സോ നമ്മുടെ ഇന്ത്യയിൽ മനുഷ്യാവകാശപരമായുള്ള കാര്യങ്ങൾ എന്താണ് ഭരണഘടനയിൽ സംരക്ഷിക്കപ്പെടുന്നത്. ഒരിക്കലും ഞാനിവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ഒരു മനുഷ്യാവകാശ സംഘടന ആണെന്നതല്ല. ഈ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, അതായത് നിയമത്താൽ സ്ഥാപിതമായുള്ള ബോഡിയാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ എന്താണ് മനുഷ്യാവകാശം ഭരണഘടനാപരമായിട്ട് നൽകിയിട്ടുണ്ട്. നിങ്ങൾ നോക്കിയേ ആർട്ടിക്കിൾ 12 തൊട്ട് 35 വരെ നമ്മുടെ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. മനുഷ്യന്മാരുടെ അവകാശങ്ങൾ ബേസിക്കായിട്ട് നമുക്കിവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, സോ ഐത്തത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്, ചൈൽഡ് ലേബറിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതുപോലെ തുല്യതയ്ക്കുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ഒരുപാട് സ്വാതന്ത്ര്യവും അതുമായിട്ട് ബന്ധപ്പെട്ട അവകാശങ്ങളും ഉണ്ട് അല്ലെ. ഈ സ്വാതന്ത്ര്യത്തെ തന്നെയാണ് നമ്മുടെ അവകാശങ്ങൾ എന്ന് പറയുന്നത്. സോ അത് ഭരണഘടനയിൽ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, അതുപോലെ തന്നെ ഭരണഘടനാപരമായുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥാപനമുണ്ട്, അതാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ. ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു നിയമം വേണ്ടേ? ഉണ്ട്, അതാണ് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് ആക്ട് 1993. അതുകൂടെ ഒന്ന് പഠിച്ചു വെക്കണം. The Protection of Human Rights Act 1993 defines human rights as a right relating to life, liberty, equality and dignity of individual guaranteed by Constitution or embodied in the international covenants and enforceable court in India. So ഈ പറയുന്ന കാര്യങ്ങൾ എന്താണ് മനുഷ്യാവകാശങ്ങൾ നിർബന്ധമായിട്ട് ഭരണഘടനാപരമായിട്ട് നമുക്ക് ലഭിക്കുന്ന അവകാശങ്ങളാണ്. ഇനി അത് ലഭിച്ചിട്ടില്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ വേണ്ടി കോടതികളും നമ്മുടെ ഇന്ത്യയിലുണ്ട്. NHRC ഈസ് എൻ ഇൻഡിപെൻഡൻറ്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി. സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറയുമ്പോൾ അവിടെ ഒരു ആക്ട് വേണം. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു. സോ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഗാർഡിയൻസ് ആയിട്ട് നമ്മൾ എന്താണ് NHRC പറയാറുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഈ പറയുന്ന NHRCയും കാര്യങ്ങളൊക്കെ പാരീസ് പ്രിൻസിപ്പിൾസിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഓക്കെ, അതുകൂടെ ഓർത്തു വെക്കണം. ഹ്യൂമൻ റൈറ്റ്സും ഡേയും കാര്യങ്ങളൊക്കെ 1948 എന്താണ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് UN ജനറൽ അസംബ്ലി അഡോപ്റ്റ് ചെയ്തു. എന്നിട്ട് 1950 എന്താണ് ഫസ്റ്റ് ഡേ ഒബ്സർവ് ചെയ്തു. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് കൺസിസ്റ്റിംഗ് ഓഫ് എ പ്രീആംബിൾ ആൻഡ് 30 ആർട്ടിക്കിൾസ് സെറ്റിംഗ് ഔട്ട് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഫ്രീഡംസ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിൽ എത്ര ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു? 30 ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. അത് പഠിച്ചു വെക്കണം. ഇനി നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ഇൻ ഇന്ത്യ ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി 1993 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട കാര്യം പഠിച്ചു.
സോ അതിനെന്താണ് ഒരു ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും. ചെയർപേഴ്സൺ എന്താണ് CJI, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, മുൻ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരിക്കണം, അല്ല ഒരു സുപ്രീം കോടതി ജഡ്ജായിരിക്കണം. അതുപോലെ ജുഡീഷ്യൽ മെമ്പേഴ്സ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. ഹ്യൂമൻ റൈറ്റ് എക്സ്പേർട്സ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് നാഷണൽ കമ്മീഷൻസുമായിട്ട് ബന്ധപ്പെട്ട ഇതിൽ ഉണ്ടായിരിക്കുന്നതാണ്. അത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്താണ് ഈ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വയ്ക്കാനുള്ളത്. ഒരുപാട് ഡേറ്റ്സും കാര്യങ്ങളും നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ഒക്കെ നിങ്ങൾ എന്താണ് പഠിച്ചു വെക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റ്സേ ഞാൻ എടുത്തിട്ടുള്ളൂ. എല്ലാ ഡേറ്റും കൊണ്ടുപോയിട്ടിട്ടുള്ള എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന ഡേറ്റ്സ് മാത്രം ഞാനിവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് തന്നിട്ടുള്ളൂ. അത്രയും കാര്യങ്ങളെങ്കിലും ഒന്നവിടെ പഠിച്ചു വയ്ക്കണം. ഇനി നമുക്ക് നോക്കാനുള്ളത് ബുക്സ് ആൻഡ് ഓതേഴ്സ് ആണ്. പ്രധാനപ്പെട്ട പുസ്തകങ്ങളും അത് ആരെഴുതി എന്ന കാര്യമാണ്. ഒരിക്കലും സ്റ്റാറ്റിക് ഫാക്ട്സ് അല്ലേ. കറണ്ട് അഫെയറിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പുസ്തകങ്ങളിൽ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. സോ 2025 ഇയറിന് BC-യുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പുസ്തകങ്ങൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ എന്താണ്? എ ബുക്ക് ടൈറ്റിൽഡ് ബ്രിങ് ഇറ്റ് ഓൺ ദ ഇൻക്രെഡിബിൾ സ്റ്റോറി ഓഫ് മൈ ലൈഫ് ബൈ ഡോക്ടർ ദീപ മാലിക്. സോ ഈ ഒരു ചോദ്യം ഇത് കറണ്ട് അഫെയർ ലിങ്ക് ചെയ്ത് തന്നെ വരണമെന്നില്ല. 1-2 വർഷം കഴിഞ്ഞത് എന്താണ് 2026-27 ആകുന്ന സമയത്ത് ഇത് എന്തായിട്ട് വരും? ഇതുപോലുള്ള പുസ്തകങ്ങൾ എന്തായിട്ട് വരും? സ്റ്റാറ്റിക് ഫാക്റ്റായിട്ട് വരും അല്ലേ. സ്പോർട്സ് പേഴ്സൺസുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകം ഒരിക്കലും എന്താണ് കറണ്ട് അഫെയർ എന്ന് മാത്രമല്ല ചോദ്യങ്ങൾ വരാറുള്ളത്. പിന്നെന്താ സ്റ്റാറ്റിക് ഫാക്ട്സുമായിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട്. സോ ദീപ മാലിക് എഴുതിയ പുസ്തകമാണ് ബ്രിങ് ഇറ്റ് ഓൺ ദ ഇൻക്രെഡിബിൾ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. ആരാണ് ദീപ മാലിക്? നമ്മുടെ ഇന്ത്യയിലൊരു പാരാ അത്ലറ്റ് ആണ് അല്ലേ. പാരാ അത്ലറ്റ് ആണ്. അർജുന അവാർഡ് വിന്നറാണ്. പത്മശ്രീ അവാർഡ് വിന്നറാണ്. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് വിന്നറൊക്കെയാണ്. ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമുക്ക് ആ ഒരു പ്രത്യേകതകൾ നോക്കാം. ഹാർപ്പർ കോളിൻസ് ഇന്ത്യസ് അനൗൺസ്ഡ് ദ അപ്കമിംഗ് പബ്ലിക്കേഷൻ ബ്രിങ് ഇറ്റ് ഓൺ ദ ഇൻക്രെഡിബിൾ സ്റ്റോറി ഓഫ് മൈ ലൈഫ്, എ മെമ്മോയർ ബൈ ഇന്ത്യസ് മോസ്റ്റ് സെലിബ്രേറ്റഡ് പാരാ അത്ലറ്റ് ഡോക്ടർ ദീപ മാലിക്. നമ്മുടെ ഇന്ത്യയിലെ മോസ്റ്റ് സെലിബ്രേറ്റഡ് പാരാ അത്ലറ്റായിട്ട് നമുക്ക് ആരെ വിശേഷിപ്പിക്കാം? ഡോക്ടർ ദീപ മാലിക്കിന് ഒരുപാട് പേരുണ്ട്. അതിലൊരാളാണ് ഡോക്ടർ ദീപ മാലിക്. ഷീ മെയ്ഡ് ഹിസ്റ്ററി ആസ് എ ഫസ്റ്റ് എവർ ഫീമെയിൽ പാരാലിമ്പിക് മെഡലിസ്റ്റ് വിന്നിങ് എ സിൽവർ മെഡൽ ഇൻ ഷോട്ട് പുട്ട് അറ്റ് 2016 റിയോ ഒളിമ്പിക്സ്. 2016 റിയോ ഒളിമ്പിക്സ് സിൽവർ മെഡൽ നേടിയതോടുകൂടെ എന്താണ് ഇന്ത്യക്ക് വേണ്ടി ചരിത്രത്തിൽ ആദ്യമായിട്ട് പാരാലിമ്പിക്സിൽ മെഡൽ സ്വന്തമാക്കുന്ന താരമായിട്ട് അന്ന് ആര് മാറിയിട്ടുണ്ടായിരുന്നു? ദീപ മാലിക് മാറിയിട്ടുണ്ടായിരുന്നു. 2012 നമ്മുടെ രാജ്യം അർജുന അവാർഡ് നൽകി ആദരിച്ചു. 2017 നമ്മുടെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. 2019 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നൽകിയിട്ട് ആരെ ആദരിച്ചു? ദീപ മാലിക്കിന് ആദരിച്ചു. ഷീ വോൺ ദ ഫസ്റ്റ് മെഡൽ ബൈ എൻ ഇന്ത്യൻ വുമൺ വിന്നിങ് എ ബ്രോൺസ് പാരാ ഏഷ്യൻ ഗെയിംസ് അറ്റ് ചൈന ഇൻ ഡിസംബർ 2010. 2010 ഡിസംബർ പാരാ ഏഷ്യൻ ഗെയിംസ് ചൈനയിൽ വെച്ച് നടക്കുന്നു. അവിടെയും അവരെന്താണ് ഒരു ബ്രോൺസ് മെഡൽ സ്വന്തമാക്കി. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ പാരാ ഏഷ്യൻ ഗെയിംസിൽ എന്താണ് ഒരു ഇന്ത്യൻ വനിതാ താരം മെഡൽ സ്വന്തമാക്കുന്നത്. അത് എന്തോ മെഡൽ ആയിക്കോട്ടെ, അവിടെ മെഡൽ സ്വന്തമാക്കി. ഷീ ഈസ് ദ ഓൺലി ഇന്ത്യൻ വുമൺ ടു വിൻ മെഡൽസ് ഇൻ ദ 3 കോൺസിക്യൂട്ടീവ് ഏഷ്യൻ പാരാ ഗെയിംസ് ഇൻ 2010, 14, 18. 2010 ഏഷ്യൻ പാരാ ഗെയിംസ്, 2014 ഏഷ്യൻ പാരാ ഗെയിംസ്, 2018 ഏഷ്യൻ പാരാ ഗെയിംസ്. ഈ 3 ഏഷ്യൻ പാരാ ഗെയിംസിലും തുടർച്ചയായിട്ട് എന്താണ് കോൺസിക്യൂട്ടീവായിട്ട് മെഡൽ സ്വന്തമാക്കിയ താരം കൂടിയാണ് ദീപ മാലിക്. ഷീ സെർവ്ഡ് ആസ് എ ഫസ്റ്റ് ഫീമെയിൽ പ്രസിഡന്റ് ഓഫ് പാരാലിമ്പിക് കമ്മിറ്റി ഓഫ് ഇന്ത്യ. എന്താണ് പാരാലിമ്പിക് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഫീമെയിൽ പ്രസിഡന്റായിട്ട് സേവനം അനുഷ്ഠിച്ച വ്യക്തി കൂടിയാണ് ആര്? ദീപ മാലിക്. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഫാക്ട്സ് ആണ്. സ്റ്റാറ്റിക് ഫാക്ട്സുമായിട്ട് ബന്ധപ്പെട്ട ഫേമസ് പേഴ്സണാലിറ്റീസ് എന്ന രീതിയിലോ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലൊക്കെ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഷീസ് കറണ്ട്ലി ദ സൗത്ത് ഏഷ്യൻ റീജിയൻ റെപ്രസെൻറ്റേറ്റീവ് ഓൺ ദ എക്സിക്യൂട്ടീവ് ബോർഡ് ഓഫ് ഏഷ്യൻ പാരാലിമ്പിക് കമ്മിറ്റി, മേക്കിംഗ് ഹെർ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ആൻഡ് ഫോമർ പാരാ അത്ലറ്റ് ടു ഹോൾഡ് ദിസ് പ്രസ്റ്റീജിയസ് പൊസിഷൻ. എന്താണ് സൗത്ത് ഏഷ്യൻ റീജിയൻ റെപ്രസെൻറ്റേറ്റീവ് എന്ന രീതിയിൽ എന്താണ് ഏഷ്യൻ പാരാലിമ്പിക് കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത എന്ന ഇതിലൊക്കെ നമുക്ക് പറയാം. എക്സിക്യൂട്ടീവ് ബോർഡിലേക്ക് വന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത എന്ന ഇതിലൊക്കെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് എന്താണ്? ഹൗ ഇന്ത്യ സ്കെയിൽഡ് മൗണ്ട് G20 ബുക്ക് ബൈ അമിതാഭ് കാന്ത്. അമിതാഭ് കാന്ത് G20 നമ്മുടെ ഇന്ത്യയിൽ നടന്ന സമയത്ത് G20 ഷെർപ്പയായിട്ട് അല്ലെങ്കിൽ G20 നടത്താൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്തിട്ടുണ്ടായിരുന്ന വ്യക്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അമിതാഭ് കാന്ത്. സോ താൻ ഈ ഒരു G20 നടത്തിയ ആ ഒരു കഥ അല്ലെങ്കിൽ G20 അങ്ങനെ തന്നെ നമുക്ക് പറയാം അല്ലേ. താൻ G20 നടത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ രീതിയിൽ ഹഡിൽസ് മറികടന്നും, എന്തൊക്കെ ചലഞ്ചസ് എൻ്റെ മുന്നിലുണ്ടായിരുന്നു, എന്തൊക്കെ നെഗോഷിയേഷൻസ് എൻ്റെ മുന്നിലുണ്ടായിരുന്നു, അതൊക്കെ തൻ്റെ പുസ്തകത്തിൽ എന്താണ് അദ്ദേഹം എഴുതി വയ്ക്കുകയും ആ പുസ്തകത്തിൻ്റെ പേരും നൽകി ഹൗ ഇന്ത്യ സ്കെയിൽഡ് മൗണ്ട് G20. ആരുടെ പുസ്തകമാണ്? അമിതാഭ് കാന്ത്. അമിതാഭ് കാന്ത് ആക്ച്വലി ആരാണ്? നീതി ആയോഗിൻ്റെ മുൻ CEO ആണ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്നു അല്ലേ.
സോ ആ രീതിയിലൊക്കെ നോർത്തേക്കണം. ഇപ്പം CEO ഒക്കെ മാറിയിട്ട് പുതിയ നിയമനങ്ങളൊക്കെ വന്നിട്ടുണ്ട് 2026 നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് സിയുടെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കും. ഞാനിവിടെ പറയുന്നില്ല, കാരണം ഇവിടെ പറയുമ്പോൾ നിങ്ങൾക്ക് എപ്പോൾ ക്ലാസ് കിട്ടുമെന്നറിയില്ല. അപ്പോൾ മാറിയിട്ടുണ്ടെങ്കിൽ വയ്യ, അതുകൊണ്ടാണ്. സോ അമിതാഭ് ഗാന്ധ്, ഇന്ത്യസ് G20 ഷെർപ്പ, has unveiled the behind the scenes journey of India's G20 presidency in his book How India Scaled Mount G20, the inside story of the G20 presidency. G20 പ്രസിഡൻസിയുടെ ഇൻസൈഡ് സ്റ്റോറി അവർക്ക് മാത്രം അറിയുന്ന ചില കഥകളും കാര്യങ്ങളും ഉണ്ടാവും അല്ലേ, പബ്ലിക്കിന് അറിയാത്ത ചില കാര്യങ്ങളുണ്ടാവും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ, അല്ലാത്തുള്ള കാര്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തി. ദ ബുക്ക് ഡീറ്റെയിൽസ് ദ ചലഞ്ചസ്, നെഗോഷിയേഷൻസ് ആൻഡ് trims during G20 summit hosted in New Delhi in December 2023. 2023 ഡിസംബർ മാസത്തിൽ G20 സമ്മിറ്റ് ന്യൂഡൽഹിയിൽ വെച്ച് നടക്കുമ്പോൾ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ അദ്ദേഹം പറഞ്ഞു. ഫൈനലൈസിംഗ് ദ ന്യൂ ഡൽഹി ഡീലേഴ്സ് ഡിക്ലറേഷൻ, NDLD എന്ന് പറയും. ആഫ്റ്റർ 300 hours ഓഫ് നെഗോഷിയേഷൻ ആൻഡ് 250 ബയലാറ്ററൽ മീറ്റിംഗ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ സ്മൂത്തായിട്ട് നടത്തിയ ന്യൂഡൽഹി ലീഡേഴ്സ് ഡിക്ലറേഷൻ ഉണ്ടല്ലോ, അത് 300 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന നെഗോഷിയേഷനും 250ഓളം ബയലാറ്ററൽ മീറ്റിങ്ങിൻ്റെയും ആഫ്റ്റർ എഫക്ട്സ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. ആയിരുന്നു, അങ്ങനെയായിരുന്നു. അമിതാഭ് ഗാന്ധ് എന്താണ് ഇന്ത്യ G20 എന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി, G20 ഷെർപ്പ എന്ന രീതിയിൽ പറയാൻ വേണ്ടി സാധിക്കുമായിരുന്നു. സോ ഫോമർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് നീതി ആയോഗ്. അതുപോലെ 2023 എന്താണ് ജപ്പാന്റെ ഓർഡർ ഓഫ് ദ റൈസിംഗ് സൺ ഗോൾഡ് ആൻഡ് സിൽവർ സ്റ്റാർ കൂടെ സ്വന്തമാക്കിയ വ്യക്തിയാണ് അമിതാഭ് ഗാന്ധ്. കൈലാസ് സത്യാർത്ഥീസ് ഓട്ടോബയോഗ്രഫി ദിയാസ്ലി എ ലിറ്റററി എക്സ്പ്ലോറേഷൻ അറ്റ് IGNC. ഇത് ഓൾറെഡി പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഓൾറെഡി പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. ഞാൻ പ്രീവിയസിൽ വന്ന ചോദ്യം എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ പഠിപ്പിച്ച കാര്യവും ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ദ ഇന്ദിരാഗാന്ധി നാഷണൽ സെൻറ്റർ ഫോർ ആർട്സ് ഓർഗനൈസ്ഡ് എ ഡെഡിക്കേറ്റഡ് ഡിസ്കഷൻ ഓൺ നൊബേൽ പ്രൈസ് വിന്നർ കൈലാസ് സത്യാർത്ഥീസ് ഓട്ടോബയോഗ്രഫി ദിയ സ്ലൈ, എ കൊളാബറേഷൻ വിത്ത് സത്യാർത്ഥി മൂവ്മെൻറ്റ് ഫോർ ഗ്ലോബൽ കമ്പാഷൻ. കൈലാസ് സത്യാർത്ഥി ആരാണ്? കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചൈൽഡ് റൈറ്റ് ആക്ടിവിസ്റ്റാണ്, അല്ലെങ്കിൽ കുട്ടികളെ സംരക്ഷിക്കുന്ന ലക്ഷ്യത്തോടു കൂടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വരുന്നൊരു വ്യക്തിയാണ് കൈലാഷ് സത്യാർത്ഥി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് 2014 നൊബേൽ പീസ് പ്രൈസ്, സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് വരെ നൽകി ആദരിക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ, നൊബേൽ കമ്മിറ്റി നൽകി ആദരിച്ചിട്ടുണ്ട്. ത്രൂ ഹിസ് ഓട്ടോബയോഗ്രഫി ദിയാസ്ലെ, കൈലാഷ് സത്യാർത്ഥി ഐഡന്റിഫൈഡ് കമ്പേഷൻ ആസ് എ സൊല്യൂഷൻ ടു ദ വേൾഡ്സ് പ്രോബ്ലം. സോ 2014 നൊബേൽ പ്രൈസ് നേടിയ വ്യക്തിയാണ് ഇദ്ദേഹം. നെക്സ്റ്റ് എന്താണ്? നമിത ഗോഖലേസ് ലൈഫ് ഓൺ മാർസ്, എ ലിറ്റററി കംബാക്ക് ത്രൂ സ്റ്റോറീസ്. സോ നമിത ഗോഖലെയുടെ ലേറ്റസ്റ്റ് ബുക്കാണ് എന്താ? ലൈഫ് ഓൺ മാർസ്, കളക്റ്റഡ് സ്റ്റോറീസ് ആണ് അല്ലേ. സോ ലൈഫ് ഓൺ മാർസ്, മാർസ് പോയിട്ട് ജീവിച്ച അനുഭവമൊന്നും അല്ലേ. സോ ഒരു ഫിക്ഷണൽ നോവലാണ് ലൈഫ് ഓൺ മാർസ്. brings together 15 short stories that explore themes of love, fate and human existence. സോ 2021 തിങ്സ് ടു ലീവ് ബിഹൈൻഡ് എന്ന് പറഞ്ഞ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് സാഹിത്യ അക്കാദമി അവാർഡ് സ്വന്തമാക്കിയ വ്യക്തി കൂടിയാണ് നമിത ഗോഖലെ. അതുകൂടെ നമിത ഗോഖലെയുമായിട്ട് ബന്ധപ്പെട്ടെന്ന് ഓർത്തു വയ്ക്കണം. നെക്സ്റ്റ് എന്താണ്? ദ ഇന്ത്യ ഐസോ, എ ഗ്ലിംസ് ഇൻ ടു ദ ലൈഫ് ഓഫ് എസ് അംബുജാമാൾ. ദ ഇന്ത്യ ഐസോ അല്ലെങ്കിൽ നാൻ കണ്ട ഭാരതം, ആക്ച്വലി എസ് അംബുജാമാളിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് നാൻ കണ്ട ഭാരതം. അത് റീസെൻ്റായിട്ട് ശ്രീരാം വി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ദ ഇന്ത്യ ഐസോ എന്ന രീതിയിൽ പേരുമായിട്ട് അത്രയും അവിടെ വ്യത്യാസമുള്ള ഈ ഒരു പുതിയ പുസ്തകമൊന്നുമല്ല, ഓൾറെഡി എഴുതി വെച്ച ആത്മകഥയാണ് നാൻ കണ്ട ഭാരതം എന്ന പേരിലുള്ളത്. അത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ പേരും നാൻ കണ്ട ഭാരതം, ദ ഇന്ത്യ ഐസോ എന്ന പേരിൽ അതിന് ഹെഡിങ് അടക്കം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു അല്ലേ. അംബുജാമാൾ വാസ് എൻ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിവിസ്റ്റ് ആൻഡ് വുമൻസ് റൈറ്റ് ആക്ടിവിസ്റ്റ്, എ ഗാന്ധിയൻ. ഷീ പാർട്ടിസിപ്പേറ്റഡ് ഇൻ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ആൻഡ് സെർവ്ഡ് ആസ് വൈസ് പ്രസിഡന്റ് ഓഫ് തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റി. തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ഒക്കെ ആയിട്ട് സേവനം അനുഷ്ഠിച്ച വ്യക്തി കൂടിയാണ് ആര്? അംബുജാമാൾ അല്ലേ. 1964 നമ്മുടെ രാജ്യം പത്മശ്രീ നൽകിയിട്ട് ആദരിച്ച വ്യക്തിത്വം കൂടിയാണ് അംബുജാമാൾ. നൻകണ്ട ഭാരതം എന്ന പേരിലാണ് അവർ ആക്ച്വലി ആ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നത്. അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത സമയത്ത് എന്താണ്? ഇന്ത്യ ഐസോ എന്ന പേരിലേക്ക് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. സ്റ്റെംപ്ഡ്, സയ്യിദ് കിർമാണിസ് ഓട്ടോബയോഗ്രഫി. വളരെ ഫേമസ് ആയിട്ടുള്ള മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് ആരാ? സയ്യിദ് കിർമാണി. സോ അദ്ദേഹം റീസെൻ്റ് ആയിട്ട് തൻ്റെ ഓട്ടോബയോഗ്രഫി എഴുതിയിട്ടുണ്ട്. ആ ഒരു ഓട്ടോബയോഗ്രഫിയുടെ പേരെന്താണ്? സ്റ്റെംപ്ഡ്. സ്റ്റെംപ്ഡ് എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്തായിരിക്കും? വിക്കറ്റ് കീപ്പർ ആയിരിക്കും അല്ലേ. ആണ്, വിക്കറ്റ് കീപ്പർ ആണ്. ദ ബുക്ക് സ്റ്റെംപ്ഡ് കോ ഓതേർഡ് ബൈ സയ്യിദ് കിർമാണി, ഡെബാഷിഷ് സെൻഗുപ്ത ആൻഡ് ദക്ഷേഷ് പാതക്. 3 പേര് ചേർന്നിട്ടാണ് ഇദ്ദേഹമുണ്ട്. പലപ്പോഴും അങ്ങനെയാണ്, സ്പോർട്സ് ജേർണലിസ്റ്റുകളൊക്കെയാണ് ഇതുപോലുള്ള പുസ്തകങ്ങൾ എഴുതി കൊടുക്കുക. അവർ പറയുന്നത് കേട്ടിട്ട് സ്പോർട്സ് ജേർണലിസ്റ്റുകൾ എഴുതി കൊടുക്കില്ല. സയ്യിദ് കിർമാണിയും ദബാഷിഷ് സെൻഗുപ്തയും അതുപോലെ ദക്ഷേഷ് പാതക്കുമാണ് ഈ ഒരു പുസ്തകം ഫൈനലി
എഴുതിയത്. പ്രൊവൈഡ്സ് ഫാസിനേറ്റിംഗ് ഇൻസൈറ്റ്സ് ഇൻ ടു കിർമാണിസ് കരിയർ ആൻഡ് ഹിസ്റ്റോറിക് 1983 ക്രിക്കറ്റ് വേൾഡ് കപ്പ്. 1983 ക്രിക്കറ്റ് വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തൻ്റെ പുസ്തകത്തിൽ സയ്യിദ് കിർമാനി പ്രതിപാദിച്ചിട്ടുണ്ട്. ഇൻ 2016 ഹി വാസ് അവാർഡ് കേണൽ CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്, ദ ഹയസ്റ്റ് ഓണർ bestowed by BCCI on a former player. 2016 കേണൽ CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകിയിട്ടുണ്ട്. BCCI അഥവാ ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഓഫ് ഇന്ത്യയുടെ ക്രിക്കറ്റിന്റെ അപെക്സ് ബോഡിയാണല്ലേ. സോ അവർ ഫോമർ പ്ലേയേഴ്സിന് നൽകുന്ന മുൻകാല പ്ലേയേഴ്സിന് നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയാണ് കേണൽ CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. അത് ആർക്ക് ലഭിച്ചു? സയ്യിദ് കിർമാനിക്ക് 2016 ലഭിച്ചിട്ടുണ്ട്. 1983 ക്രിക്കറ്റ് വേൾഡ് കപ്പ് സ്വന്തമാക്കിയ ടീമിന്റെ ഭാഗമായിരുന്നു ഇദ്ദേഹം. 1982 നമ്മുടെ രാഷ്ട്രീയ പത്മശ്രീ നൽകിയിട്ട് ഇദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. ദ ഗ്രേറ്റ് ഇന്ത്യൻ കോൺസുലേറ്റർ, എ ബുക്ക് ഓൺ ലാൽ ബഹദൂർ ശാസ്ത്രി. സോ റീസെന്റ് ആയിട്ട് സഞ്ജീവ് ചോപ്ര എഴുതിയ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ബയോഗ്രഫിയാണ് ദ ഗ്രേറ്റ് കോൺസുലേറ്റർ എന്ന് പറയുന്ന പുസ്തകം. ആരാണ് ലാൽ ബഹദൂർ ശാസ്ത്രി? നമ്മുടെ ഇന്ത്യയുടെ 2ാമത്തെ പ്രധാനമന്ത്രിയും അതുപോലെ അധികാരത്തിലിരിക്കെ മരണപ്പെട്ടു പോയ പ്രധാനമന്ത്രിയൊക്കെയാണ് ആര്? ഈ പറയുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയിലെ താഷ്കെൻഡ് കരാറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൊച്ചു കുരുവിയുടെ പതനം എന്ന രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമായിരുന്നു. അദ്ദേഹം താഷ്കെൻഡ് കരാറിന് വേണ്ടിയിട്ട് പാകിസ്ഥാനിലേക്ക് പോവുകയും പിറ്റേ ദിവസം അദ്ദേഹം മരണപ്പെട്ടതായിട്ട് കണ്ടെത്തപ്പെടുകയും ചെയ്യുന്നു. നോർമൽ നാച്ചുറൽ ഡെത്ത് എന്ന രീതിയിലാണ് പറയുന്നതെങ്കിലും അതിൻ്റെ പിന്നിലുള്ള ആ ഒരു ചുരുളുകൾ ഇപ്പോഴും അഴിയാൻ ബാക്കിയുണ്ട്. So, the great consulate Lal Bahadur Shastri and the Transformation of India is a biography by Sanjeev Chopra that explores the life and legacy of India's second Prime Minister Lal Bahadur Shastri. So, ഇന്ത്യയുടെ 2ാമത്തെ പ്രധാനമന്ത്രിയുള്ള ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ജീവിതവും കാര്യങ്ങളൊക്കെയാണ് സഞ്ജീവ് ചോപ്ര എഴുതിയ ബയോഗ്രഫിയാണ് ദ ഗ്രേറ്റ് കോൺസുലേറ്റർ ലാൽ ബഹദൂർ ശാസ്ത്രി ആൻഡ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത്. ലാൽ ബഹദൂർ ശാസ്ത്രി was the second Prime Minister of India, serving from 1964 to 66. 1964 തൊട്ടിട്ട് 66 വരെ ഇന്ത്യയുടെ 2ാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു. 1904 ഒക്ടോബർ 2-ാം തീയതിയാണ് ഇദ്ദേഹത്തിൻ്റെ ജനനമുണ്ടായത്. 1966 ജനുവരി 11-ാം തീയതി താഷ്കെൻഡിൽ വെച്ചിട്ട് ആ ഒരു താഷ്കെൻഡ് കരാർ ഒപ്പുവയ്ക്കാൻ വേണ്ടി പോയ സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ മരണവും സംഭവിച്ചത്. ഒക്ടോബർ 2 മറ്റാരുടെ ഒരു ജന്മദിനമാണല്ലോ. ആരുടേതാണ്? മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ്. ഗാന്ധി ജയന്തിയാണ് ഒക്ടോബർ 2 അല്ലേ. ശാസ്ത്രി is known for his leadership during the World War II അല്ലേ, ഇന്തോ-പാക് വാർ. എവിടുന്ന വേൾഡ് വാർ 2 വന്നതെന്ന് എനിക്കറിയില്ല. സോ ഇന്തോ-പാക് വാർ 1965 and his popular slogan ജയ് ജവാൻ ജയ് കിസാൻ which celebrated the importance of soldiers and farmers. ജയ് ജവാൻ ജയ് കിസാൻ അല്ലേ. He was posthumously awarded ഭാരത് രത്ന 1966. 1966 മരണാനന്തര ബഹുമതിയായിട്ട് ഭാരത് രത്ന ലഭിച്ച ആദ്യത്തെ വ്യക്തി കൂടിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. PMO ത്രൂ ദ ഏജസ്, ബുക്ക് ബൈ ഹിമാൻഷു റോയ്. നമ്മുടെ ഇന്ത്യയിൽ പ്രധാനമന്ത്രിമാരെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വരാറുണ്ട്. ഇപ്പം ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ അടക്കം പ്രധാനമന്ത്രിമാരെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വരാറുണ്ട്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കുക, നമ്മുടെ ഇന്ത്യയിൽ എപ്പോഴെങ്കിലും ഒരു പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ചിട്ട്, ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ എടുക്കപ്പെട്ട നിർണായക തീരുമാനങ്ങളെക്കുറിച്ചൊരു പുസ്തകം വന്നിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ വന്ന ആദ്യത്തെ പുസ്തകമാണ് ഹിമാൻഷു റോയ് എഴുതിയ PMO ത്രൂ ദ ഏജസ്, പ്രൈം മിനിസ്റ്റർ ഓഫീസ് ത്രൂ ദ ഏജസ്. A new book titled PMO Prime Minister's Office Through the Years by author and academician ഹിമാൻഷു റോയ്. ആരാണ് എഴുതിയത്? ഓതറും അക്കാഡമിഷ്യനുമായുള്ള ഹിമാൻഷു റോയ് ആണ്. The book has been released offering a detailed examination of the evolution and growing influence of India's most powerful administrative institution, the Prime Minister Office, PMO അല്ലേ. സോ ആ ഒരു ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു പുസ്തകത്തിൽ പരാമർശിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ടു ഓഫർ ആൻ ഇൻ്റഗ്രേറ്റഡ് ഹിസ്റ്റോറിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ അനാലിസിസ് ഓഫ് PMO. അങ്ങനെ ആദ്യമായിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽ ആയുള്ളൊരു പുസ്തകം തന്നെ വന്നിരിക്കുകയാണ്. ബന്ദരു ദത്തരായ ഓട്ടോബയോഗ്രഫി ജനതാ കി കഹാനി റിലീസ്ഡ്. ബന്ദരു ദത്തരായ നമ്മുടെ മുൻ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ജഗദീപ് ധനകറാണ്. ഇപ്പം മാറിയുണ്ട് CP രാധാകൃഷ്ണനാണ്. ഞാനതാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ കാര്യങ്ങൾ പറയാം, മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പം CP രാധാകൃഷ്ണനാണ് എനിക്ക് പറയാം, നിങ്ങൾക്ക് പറയാം. സോ മുൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഞാനിവിടെ ഫോർമുല എഴുതി ചേർക്കാം. നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്ന സമയത്ത് നോട്ട് ചെയ്ത വെച്ചാൽ നമ്മൾ ഈ സ്ലൈഡ് തയ്യാറാക്കി പിന്നെ റെക്കോർഡ് ചെയ്യുമ്പോൾ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. സോ ഫോമർ വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻഖർ ഫോർമലി അൺവീൽഡ് ജനതാ കി കഹാനി, മേരി ആത്മകഥ, ദ ഓട്ടോബയോഗ്രഫി ഓഫ് ഫോമർ ഹരിയാന ഗവർണർ ബന്ദാരു ദത്തരായ ഇൻ എ സെറിമണി അറ്റ് മഹാരാഷ്ട്ര സദൻ ഡൽഹി. സോ ഹരിയാനയുടെ മുൻ ഗവർണറായിരുന്നു ബന്ദാരു ദത്തരായ. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി റീസെൻ്റായിട്ട് 2025 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഹി വാസ് ഓൾസോ 20th ഗവർണർ ഓഫ് ഹിമാചൽ പ്രദേശും. അതിലൊക്കെ മാറ്റങ്ങളൊക്കെ വന്നിട്ട് അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, അവിടെ നിൽക്കട്ടെ.
നെക്സ്റ്റ് എന്താണ്? ദ ഡയറി ഓഫ് എ ക്രിക്കറ്റേഴ്സ് വൈഫ് പൂജ പൂജാരാസ് ഹോണസ്റ്റ് ടേക്ക് ഓൺ ലൈഫ് ബിയോണ്ട് ദ പിച്ച്. ദ ഡയറി ഓഫ് എ ക്രിക്കറ്റേഴ്സ് ആരുടെ പുസ്തകമാണ്? പൂജ പൂജാര. ആരാണ് പൂജ പൂജാര? പൂജ പൂജാര എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ മുൻ ടെസ്റ്റ് താരമായിരുന്ന, ടെസ്റ്റിൽ എന്താണ് നമ്മുടെ ഏറ്റവും പ്രധാനം രാഹുൽ ദ്രാവിഡ് കഴിഞ്ഞ ദവാൾ എന്ന പേരിലൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന വിശ്വസ്തനായുള്ള ബാറ്ററായിരുന്നു ചേതേശ്വർ പൂജാര. സോ അദ്ദേഹം റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടുള്ള പൂജ പൂജാര, നല്ല പേരാണ് അല്ലേ, പൂജ പൂജാരയും പൂജാരയും. ഓക്കെ, സോ പൂജ പൂജാരയുടെ പുസ്തകമാണ് ദ ഡയറി ഓഫ് ക്രിക്കറ്റേഴ്സ് വൈഫ് എന്ന് പറയുന്ന പുസ്തകം. പൂജ പൂജാരാസ് ന്യൂലി റിലീസ്ഡ് മെമ്മോയർ ദ ഡയറി ഓഫ് എ ക്രിക്കറ്റേഴ്സ് വൈഫ്. സോ അതിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്രിക്കറ്റ് ജീവിതവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. A.K. Bhattacharya's new book traces India's economy since 1998. India's different strokes finance 1998-2014 ministries എന്ന് പറയുന്നത് ഇന്ത്യസ് ഫൈനാൻസ് മിനിസ്ട്രീസ് എന്നാണ് ഒരു പുസ്തകത്തിൻ്റെ ഹെഡിങ്. അതിനിടയിൽ കൂടെ ഡിഫറൻറ്റ് സ്ട്രോക്സ്, അതിനിടയിൽ നടന്ന കാര്യങ്ങളാണ് 1998-നും 2014-നും ഇടയിൽ നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പ്രധാനമായിട്ട് അന്നുണ്ടായിരുന്ന ഫൈനാൻസ് മിനിസ്റ്റേഴ്സ് യശ്വന്ത് സിൻഹ, ജസ്വന്ത് സിംഗ്, പ്രണബ് മുഖർജി, പി ചിദംബരം. ഈ 4 ഫൈനാൻസ് മിനിസ്ട്രീസ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കാലത്ത് ഇന്ത്യൻ ഫൈനാൻസ് മേഖലയിൽ വന്നുള്ള പ്രധാനപ്പെട്ട നേട്ടങ്ങളും അതുപോലുള്ള കാര്യങ്ങളാണ് ഈ ഒരു പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. റെനോഡ് ജേർണലിസ്റ്റ് ആൻഡ് ഓതർ A.K. Bhattacharya has recently released the 3rd installment of his influential book. ബുക്കിൻ്റെ പേരെന്താണ്? ഇന്ത്യസ് ഫൈനാൻസ് മിനിസ്റ്റേഴ്സ് 3 ഡിഫറെൻറ്റ് സ്ട്രോക്സ് 1998 തൊട്ടിട്ട് 2014 വരെ. ഏതൊക്കെ ഫൈനാൻസ് മിനിസ്റ്റേഴ്സിനെ കുറിച്ചാണ് ഈ ഒരു പുസ്തകം പ്രതിപാദിക്കുന്നത്? യശ്വന്ത് സിൻഹ, ജസ്വന്ത് സിംഗ്, പ്രണബ് മുഖർജി, പി ചിദംബരം. അമീഷ് ത്രിപാഠി ലോഞ്ച്ഡ് ഹിസ് ന്യൂ ബുക്ക് ദ ചോള ടൈഗേഴ്സ് ദ അവഞ്ചേഴ്സ് ഓഫ് സോംനാഥ് ഇൻ ചെന്നൈ. എന്താണ്? റീസെൻ്റ് ആയിട്ട് അമീഷ് ത്രിപാഠി എഴുതിയ പുസ്തകമാണ് ദ ചോള ടൈഗേഴ്സ് എന്ന് പറയുന്ന പുസ്തകം അല്ലേ. ഇന്ത്യസ് ബെസ്റ്റ് സെല്ലിംഗ് മിത്ത് ഓഫ് ഫിക്ഷൻ ഓതർ അമീഷ് ത്രിപാഠി ലോഞ്ച്ഡ് ഹിസ് ലേറ്റസ്റ്റ് നോവൽ. എന്താ പേര്? ദ ചോള ടൈഗേഴ്സ് അവഞ്ചേഴ്സ് ഓഫ് സോംനാഥ് എന്നാണ്. ക്രോസ് വേർഡ് ബുക്ക് സ്റ്റോർ കെംസ് കോർണർ. The book focused on the valor of Chola dynasty and their connection to Somnath temple invasion. So Somnath temple invasion 1500 കാലഘട്ടങ്ങളിൽ നടന്നിട്ടുണ്ടായിരുന്ന ഒരു കൊള്ളയടിയായിരുന്നു അല്ലേ. അതിൽ ചോള ഡൈനാസ്റ്റിയുടെ കണക്ഷനും കാര്യങ്ങളുമാണ് ഈ ഒരു പുസ്തകത്തിൽ പരിശോധിക്കപ്പെടുന്നത്. ആരാണ് പരിശോധിക്കുന്നത്? അമീഷ് ത്രിപാഠിയാണ്. The Chola dynasty ruled southern India for centuries with their empire reaching its peak under രാജരാജ ചോള 1 ആൻഡ് രാജേന്ദ്ര ചോള 1. സോ ചോള ഡൈനാസ്റ്റിയുടെ പീക്ക് ടൈം ആരുടെ അണ്ടറിലാണ്? രാജരാജ ചോള 1ൻ്റെയും രാജേന്ദ്ര ചോള 1ൻ്റെയും അണ്ടറിലായിരുന്നു. പിന്നെ അവരുടെ എന്താണ് നേവൽ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ശ്രീലങ്കയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലൊക്കെ സ്പ്രെഡായിരുന്നു. ദപ്പാൻ ഇബ്സിത ചക്രവർത്തീസ് കാശ്മീർ സ്റ്റോറി ഓഫ് സർവൈവൽ. കശ്മീരിൻ്റെ ചരിത്രങ്ങൾ ഇപ്പോഴും എന്താണ് തുറന്ന് കിട്ടാത്തൊരു പുസ്തകം എന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ. പല രഹസ്യങ്ങളും ഒളിച്ചിരിക്കുന്നൊരു വളരെ വലിയൊരു ഏരിയ തന്നെയാണ് നമ്മുടെ കാശ്മീർ. അതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വരിക എന്ന് പറയുമ്പോൾ ആളുകൾ ക്യൂരിയോസിറ്റിയോട് കൂടെ വായിക്കാറുണ്ട്. റീസെൻ്റ് ആയിട്ട് ഇബ്സിത ചക്രവർത്തി എഴുതിയ പുസ്തകമാണ് ദപ്പൻ ടെയിൽസ് ഫ്രം കശ്മീർസ് കോൺഫ്ലിക്റ്റ്. ഇൻ ഹെർ 2025 ബുക്ക് ദ ദപ്പൻ ടെയിൽസ് ഫ്രം കശ്മീർ കോൺഫ്ലിക്റ്റ് അവാർഡ് വിന്നിംഗ് ജേർണലിസ്റ്റ് ഇബ്സിത ചക്രവർത്തി gives voice to Kashmir that often goes unheard in official studies. They summarize what has been happening in Kashmir in the recent past and indeed for as long memory serves. The recent ban by the government on 25 books titled on Kashmir should serve the timely reminder. 25 പുസ്തകങ്ങൾ എന്താണ് കാശ്മീരിൻ്റെ പേരിൽ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് ബാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഇതിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഷിഖർ ധവാൻ മെമ്മോയർ ദ വൺ റിവീൽസ് മാൻ ബിഹൈൻഡ് ദ ബാറ്റ്. ഷിഖർ ധവാൻ ഫോമർ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ്, IPL ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട താരമാണല്ലേ. സോ ഷിഖർ ധവാൻ തൻ്റെ പുസ്തകം റീസെൻ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഓട്ടോബയോഗ്രഫിയാണ് ദ വൺ ക്രിക്കറ്റ് മൈ ലൈഫ് ആൻഡ് മോർ എന്നതാണ് പുസ്തകം. ആ പുസ്തകത്തിൽ തൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളും അതുപോലെ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് തനിക്കുണ്ടായുള്ള നേട്ടങ്ങളും നഷ്ടങ്ങളൊക്കെ ഇദ്ദേഹം പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഹാർപ്പർ കോളിൻസ് ഇന്ത്യയാണ് ഇത് പബ്ലിഷ് ചെയ്തത്. ഓൺലി പ്ലെയർ ടു ഗെറ്റ് 2 consecutive ഗോൾഡൻ ബാറ്റ്സ് ഇൻ ICC ചാമ്പ്യൻസ് ട്രോഫി. അതിൽ ഏറ്റവും കൂടുതൽ റൺസ് സ്വന്തമാക്കുന്ന താരത്തിനാണ് ഗോൾഡൻ ബാറ്റ് നൽകുന്നത്. സോ ICC ടൂർണമെൻറ്റിൽ മാത്രം എന്താണ് അവിടെ പ്രത്യേക രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുന്ന താരം എന്ന വിശേഷണമൊക്കെ ഇദ്ദേഹത്തിനുണ്ട്. മറ്റ് ഡൊമസ്റ്റിക് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റ് മറ്റ് ടൂർണമെൻറ്റിൽ ബയലാറ്ററൽ സീരീസിലൊക്കെ ഫോം വാങ്ങിയാലും ICC സീരീസ് എന്ന സമയത്ത് ഫോമിലേക്ക് വരുന്ന താരമാണ് ഷിഖർ ധവാൻ. 2014 വിസ്ഡം ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡും 2021 അർജുന അവാർഡൊക്കെ ഇദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്.
ഇത്രയുമാണ് പുസ്തകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ക്ലാസ്സിൽ 2025 കോഴ്സിൽ നിങ്ങൾ കണ്ടാൽ അറിയാം ഒരുപാട് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, എക്സാം പോയിന്റ് ഓഫ് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക് മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. സോ അത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഓൾറെഡി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്താണ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മിക്സഡ് ആയിട്ടൊക്കെ നോക്കുന്നുണ്ട് അല്ലേ. ലാസ്റ്റ് നമ്മൾ എന്താണ് മിസലേനിയസ് കാര്യങ്ങൾ നോക്കും. സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് സെപ്പറേറ്റ് ആയിട്ട് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. പങ്കജ് അദ്വാനി ക്ലിഞ്ചസ് 2025 CCI ബില്ലിയാർഡ്സ് ക്ലാസിക് ടൈറ്റിൽ മുംബൈ. എന്താണ് കാര്യം? 2025 CCI അഥവാ ക്രിക്കറ്റ് ക്ലബ് ഓഫ് ഇന്ത്യ മുംബൈ നൽകുന്ന ബില്ലിയാർഡ്സ് ക്ലാസിക് ടൈറ്റിൽ പങ്കജ് അദ്വാനി സ്വന്തമാക്കിയിരിക്കുകയാണ്. സോ നമ്മുടെ ഇന്ത്യക്കാരനായുള്ള പങ്കജ് അദ്വാനിയുടെ ഒരുപാട് നേട്ടങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ ഈ ഒരു കാര്യം കൂടെ ഇതിന്റെ കൂടെ പഠിച്ചു വെക്കുക. പങ്കജ് അദ്വാനിയാണ് 2025 CCI ബില്ലിയാർഡ്സ് ക്ലാസിക് ടൈറ്റിൽ സ്വന്തമാക്കിയത്. ധ്രുവ് സിദ്വാലയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇദ്ദേഹം ഈ ഒരു നേട്ടം സ്വന്തമാക്കുന്നത്. ആദ്യമായിട്ടല്ല പങ്കജ് അദ്വാനി CCI ബില്ലിയാർഡ്സ് ക്ലാസിക് ടൈറ്റിൽ സ്വന്തമാക്കുന്നത്, മൂന്നാമത്തെ തവണയാണ്. 2018 നമ്മുടെ രാജ്യം പത്മഭൂഷൺ നൽകിയിട്ടും 2005, 2006 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നൽകിയിട്ടും 2004 അർജുന അവാർഡ് നൽകിയിട്ടും ആദരിച്ച ഒരു വ്യക്തി കൂടിയാണ് പങ്കജ് അദ്വാനി. ശ്രീഹരി LR ബിക്കംസ് ഇന്ത്യസ് 86th ചെസ് ഗ്രാൻഡ് മാസ്റ്റർ. നമ്മളിപ്പോൾ പറയുന്ന സമയത്ത് ഈ ഒരു കറണ്ട് അഫെയർ ഒക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് 86 കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, 86 കഴിഞ്ഞ് 2026 നിങ്ങൾക്ക് അറിയാം 90 അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലേ ചെസ് ഗ്രാൻഡ് മാസ്റ്റേഴ്സിന്റെ എണ്ണം. 86ാമത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ട് ശ്രീഹരി LR വന്ന കാര്യമാണ് നമുക്ക് നോക്കാനുള്ളത്. സോ ശ്രീഹരി LR തമിഴ്നാടുകാരനാണ്. തമിഴ്നാടുവിന്റെ കാര്യം അറിയാം, ചെസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മികച്ച താരങ്ങൾ ഉയർന്നു വരുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. സോ 86ാമത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ തമിഴ്നാടുവിൽ ശ്രീഹരി LR ആണ്. ഇന്ത്യയുടെ ഫസ്റ്റ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തോ പറയാം? വിശ്വനാഥൻ ആനന്ദാണ്. 1988 വിശ്വനാഥൻ ആനന്ദ് ഇന്ത്യയുടെ ആദ്യത്തെ ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ട് വന്നത്. എന്നാൽ വനിതകൾ ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ വുമൺ ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്നത് കൊനേരു ഹംപി ആയിരുന്നു. 2002 കൊനേരു ഹംപി ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത്. അതിന് കൂടെ മറ്റൊരു നേട്ടം കൂടെ കൊനേരു ഹംപി സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. തന്റെ 15ാമത്തെ വയസ്സിലായിരുന്നു ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത്. ഇതുവരെയുള്ള കണക്ക് നോക്കിയാൽ യങ്സ്റ്റ് ഫീമെയിൽ ഗ്രാൻഡ് മാസ്റ്റർ എന്ന രീതിയിൽ ആ സമയത്ത് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അല്ലാതെ കൊനേരു ഹംപിയെ കൂടാതെ ഡി ഹരികയും ആർ വൈശാലിയൊക്കെ വുമൺ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആണ് ഇന്ത്യയിൽ. ജാസ്മിൻ ലംഭൂരിയ വിൻസ് ഗോൾഡ് അറ്റ് വേൾഡ് ബോക്സിംഗ് 2025. 2025 UK ലിവർപൂളിൽ വെച്ച് നടന്ന വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ ഇന്ത്യയുടെ ജാസ്മിൻ ലംഭൂരി എന്താണ് ഗോൾഡ് മെഡൽ സ്വന്തമാക്കി. പരീക്ഷയ്ക്ക് എങ്ങനെ ചോദ്യം വരും? ജാസ്മിൻ ലംഭൂരി താഴെ പറഞ്ഞ ഏത് കായിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ബോക്സിംഗ് ആണല്ലേ. സോ 2025 വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ അത് നടന്നത് UK ലിവർപൂളിൽ വെച്ചിട്ടാണ്. നേട്ടം സ്വന്തമാക്കിയത് ജാസ്മിൻ ലംഭൂരിയാണ്. ആരെയാണ് ജാസ്മിൻ ലംഭൂരിയെ പരാജയപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ പോളണ്ടിന്റെ ജൂലിയാണ്. ഓക്കെ, ജൂലിയാണ് പരാജയപ്പെടുത്തിയത്. അതുകൊണ്ടെന്ന് ഓർത്തു വെച്ചാൽ മതി. ആ ഒരു കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിലുള്ള കാര്യം നോക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് എടുക്കേണ്ട കാര്യങ്ങൾ മാത്രം ഞാൻ അവിടെ നോക്കുന്നുള്ളൂ. ഇന്ത്യ ക്ലിഞ്ചസ് വുമൺ അണ്ടർ 19 T20 ഏഷ്യ കപ്പ് ടൈറ്റിൽ. 2025 വുമൺസിന്റെ അണ്ടർ 19 T20 ഏഷ്യ കപ്പ് ടൈറ്റിൽ ആര് സ്വന്തമാക്കി? നമ്മുടെ ഇന്ത്യ സ്വന്തമാക്കി അല്ലെ. ആദ്യമായിട്ടാണ് അണ്ടർ 19 T20 ഏഷ്യ കപ്പ് ടൂർണമെന്റ് വുമൺസിന് വേണ്ടി നടക്കുന്നത്. ആദ്യത്തെ ടൂർണമെന്റ് തന്നെ ആര് നേട്ടം സ്വന്തമാക്കി? നമ്മുടെ ഇന്ത്യ നേട്ടം സ്വന്തമാക്കി. ആദ്യമായിട്ട് ടൂർണമെന്റ് നടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ പരീക്ഷയ്ക്ക് ചോദ്യം വരാനുള്ള സാധ്യത കൂടുതലാണല്ലേ. സോ 2026 പരീക്ഷ നടക്കുന്നതെങ്കിലും 2025 ചോദ്യങ്ങൾ നമുക്ക് 2026 കഴിയുന്നവരെ ഇങ്ങനെ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കും. പിന്നെ 2027 ഒക്കെ ആവണം ചോദ്യങ്ങൾ ഒന്ന് ട്രാക്ക് മാറാൻ വേണ്ടി. 2025 ജനുവരി തൊട്ട് 2025 ഡിസംബർ വരെയുള്ള കാര്യങ്ങൾ നമുക്ക് 2026 ഉടനീളം ചോദ്യങ്ങളായിട്ട് വരാൻ സാധ്യത ഉണ്ട്. ഓക്കെ, so the 4 Asian member India, Pakistan, Sri Lanka, Bangladesh along with the Malaysia and Nepal who qualified as the winner of a 2025 under-19 Women's Asia qualifier took part in the tournament. ഈ ഒരു ടൂർണമെന്റിൽ 4 ഏഷ്യൻ രാജ്യങ്ങൾ ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ് കൂടാതെ ഹോസ്റ്റ് ആയിട്ടുള്ള മലേഷ്യയും നേപ്പാളും എന്താണ് ഭാഗമായിട്ടുണ്ട് അല്ലെ. അതുകൂടെ ഓർത്ത് വെച്ചാൽ മതി. ഹോസ്റ്റ് എവിടെയാണെന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. മലേഷ്യയിലെ കോലാലംപൂറിലാണ്. അതുപോലെ പ്ലെയർ ഓഫ് ദ സീരീസ് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ ജി ഋഷയാണ്. അതുകൂടെ ഓർത്തു വെച്ചാൽ മതി. ഇന്ത്യ ടു ഹോസ്റ്റ് ISSF ജൂനിയർ വേൾഡ് കപ്പ് 2025.
ISSF ജൂനിയർ വേൾഡ് കപ്പ് 2026 ഒക്കെയാണ് അത് ചോദിക്കാൻ സാധ്യത. സപ്പോസ് നമ്മുടെ ഏതെങ്കിലും ഷിഫ്റ്റിൽ കറങ്ങി വന്ന് 2025 ചോദിച്ചാൽ എവിടെ വെച്ച് നടന്നു എന്ന രീതിയിൽ ചോദ്യം വന്നാൽ ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് ഇതിന്റെ 11ാമത്തെ എഡിഷൻ ജൂനിയർ വേൾഡ് കപ്പാണ്. അതുകൂടെ ശ്രദ്ധിക്കണം. ISSF ജൂനിയർ വേൾഡ് കപ്പിന് 11th എഡിഷൻ നടന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യയിലെ എവിടെ വെച്ചിട്ടാണ്? ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ്. 2025 സെപ്റ്റംബർ 24 തൊട്ട് ഒക്ടോബർ 2 വരെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. മെയിനായിട്ട് റൈഫിൾ, പിസ്റ്റൾ, ഷോട്ട് ഗൺ വിഭാഗത്തിലാണ് മത്സരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ബോത്ത് ഒളിമ്പിക് അതുപോലെ നോൺ ഒളിമ്പിക് ഇവന്റ്സ് ഒക്കെ ജൂനിയർ വേൾഡ് കപ്പിന്റെ ഭാഗമായിട്ട് നടക്കാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും കൂടുതൽ പരീക്ഷകൾക്ക് വന്ന ചോദ്യം കൂടിയാണ് നാഷണൽ ഗെയിംസിനെ കുറിച്ചുള്ള ചോദ്യം. 38ാമത്തെ നാഷണൽ ഗെയിംസ് 2025 ഉത്തരാഖണ്ഡിൽ വെച്ച് നടന്നിരിക്കുകയാണ്. 2025 ജനുവരി മാസത്തിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്. സ്റ്റിൽ അടുത്തൊരു നാഷണൽ ഗെയിംസ് നടക്കുന്നത് ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഉത്തരാഖണ്ഡ് ഇസ് പ്രിപ്പയറിംഗ് ടു അസ്. നമ്മളിപ്പോൾ അപ്പൊ പറയുമ്പോൾ പ്രിപ്പയറിംഗ് ആയിരുന്നു, ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞു. ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഉത്തരാഖണ്ഡ് 2025 38ാമത്തെ നാഷണൽ ഗെയിംസ് ജനുവരി മാസം 28ാം തീയതി ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ഒരു ഇവന്റ് ഇനോഗ്രേറ്റ് ചെയ്തത്. ഓക്കെ, ഇനോഗ്രേറ്റ് ചെയ്തത് ആരാണെന്നൊക്കെ ചോദിക്കുക. ആരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. 35 മത്സര വിഭാഗങ്ങളാണ് മെയിനായിട്ട് 38ാമത്തെ നാഷണൽ ഗെയിംസിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. ട്രോഫീസ് ഒക്കെ മുൻപ് ടോക്കിയോ ഒളിമ്പിക്സ് നടന്ന സമയത്ത് നമ്മൾ കേട്ടൊരു കാര്യമാണ്. ഈ വേസ്റ്റിൽ നിന്നുമാണ് ഗോൾഡ് മെഡലൊക്കെ ഉണ്ടാക്കുന്നതെന്ന് കേട്ടു അല്ലേ? അതായത് ഇലക്ട്രോണിക് വേസ്റ്റിൽ സെമി കണ്ടക്ടേഴ്സ് ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഗോൾഡ് ഒക്കെ, ഒരു തരി ഗോൾഡ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലേ? സോ അത് എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഈ വേസ്റ്റിൽ നിന്ന് ലഭിക്കുന്ന ഗോൾഡ് ഉപയോഗിച്ചാണ് മെഡൽ നിർമ്മിച്ചതെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ ഇതിന്റെ മസ്കോട്ട് എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിന്റെ സ്റ്റേറ്റ് ബേർഡ് ആയിട്ടുള്ള ഹിമാലയൻ മോണാളാണ്. ഓക്കെ, മസ്കോട്ട് എന്നാണ് ഹിമാലയൻ മോണാൾ. അതിന്റെ ഒരു പേരും അവർ നൽകിയിട്ടുണ്ട്. മൗലി എന്ന പേരാണ് നൽകിയത്. പിന്നെ ഇതിന്റെ ഒഫീഷ്യൽ ടോർച്ച് എന്ന് പറയുന്നത് തേജസ്വിനിയാണ്. ആ ഒരു കാര്യങ്ങൾ ഓർത്തു വെക്കണം. പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ എംബ്ലത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. 3 കാര്യങ്ങൾ എംബ്ലത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. ഒന്നെന്ന് പറയുന്നത് ഹിമാലയൻ പീക്സ് ആണ്. നമ്മുടെ ഹിമാലയൻ പർവ്വതനിരയിലെ ഒരു ഹിമാലയൻ പർവ്വതനിര കാണാം. പിന്നെ ഞാൻ പറഞ്ഞ ഹിമാലയൻ മൊണാൾ, മൗലി എന്ന പേരിലുള്ള ഹിമാലയൻ മൊണാളിനെ കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ നടുവിലായിട്ട് എന്താണ്? ഗംഗാ റിവർ. അത്രയും കാര്യങ്ങളൊന്ന് സിമ്പിളിലുള്ളത് ഓർത്തു വെക്കണം. പഞ്ചാബ് നാഷണൽ ബാങ്ക് അപ്പോയിന്റ്സ് ഹർമൻപ്രീത് കൗർ ആസ് ഇറ്റ്സ് ഫസ്റ്റ് എവർ ഫീമെയിൽ ബ്രാൻഡ് അംബാസഡർ. PNB അഥവാ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആദ്യത്തെ ഫീമെയിൽ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് വന്ന വനിത ആരാണ്? ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായിരുന്ന 2025-26 സമയത്തുണ്ടായിരുന്ന ഏകദിന വേൾഡ് കപ്പ് ഇന്ത്യക്ക് സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചു. ഓഡിയ വേൾഡ് കപ്പ് അത് ഹർമൻപ്രീത് കൗറിന്റെ നേതൃത്വത്തിലുള്ള വനിതാ ടീമായിരുന്നു. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. സോ അതൊക്കെ കൂടി ഇവിടെ ഒന്ന് ഓർത്തു വയ്ക്കണം. റീസെന്റ് ആയിട്ട് എന്താണ്? ഹർമൻപ്രീത് കൗർ ഇത്തരത്തില് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചരിത്രത്തിൽ ഇതുവരെ ഒരു വനിതാ ക്രിക്കറ്റർ പോലും പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് വന്നിട്ടില്ല. പുരുഷ ക്രിക്കറ്റ് താരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതുവരെ ഒരു വനിത അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ക്രിക്കറ്റർ പോലും എന്താണ് ബ്രാൻഡ് അംബാസഡർ ആയിട്ട് PNBക്ക് വന്നിട്ടില്ല. അങ്ങനെ വരുന്ന ആദ്യത്തെ വനിതാ ക്രിക്കറ്റ് താരമാണ് ആര്? ഹർമൻപ്രീത് കൗർ. ഓക്കെ, അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. നാറ്റ് സ്കൈവർ ബ്രെഡ് സെറ്റ് റെക്കോർഡ് ഫോർ ദ ഫാസ്റ്റസ്റ്റ് ടെസ്റ്റ് സെഞ്ചുറി. ടെസ്റ്റ് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി സ്വന്തമാക്കിയ വനിതാ താരം ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? നാറ്റ് സ്കൈവർ ബ്രെഡ് ആണ് അല്ലേ? ഇംഗ്ലണ്ടിന്റെ നാറ്റ് സ്കൈവർ ബ്രെഡ് ആണ്. നാറ്റ് സ്കൈവർ ബ്രെഡ് ഓഫ് ഇംഗ്ലണ്ട് സെറ്റ് ദ റെക്കോർഡ് ഫോർ ദ ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി ഇൻ വുമൺസ് ടെസ്റ്റ് ക്രിക്കറ്റ്. വുമൺസ് ടെസ്റ്റ് ക്രിക്കറ്റ് T20 ഒന്നും അല്ലേ, ടെസ്റ്റ് ആണ്. 96 പന്തിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ ഒരു സെഞ്ചുറി സ്വന്തമാക്കിയത്. ടെസ്റ്റ് എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ കണ്ടുവരുന്ന ഒരു പാറ്റേൺ ആണ്. എന്താണ്? നമ്പർ ഓഫ് ബോൾസ് കൂടുതലും റണ്ണ് കുറവായിരിക്കും. 200 ബോളിൽ 100 റൺ എന്നൊക്കെ ആയിരിക്കും ഉണ്ടാകുക അല്ലേ? സോ 96 ബോളിലാണ് 100 റൺസ് സ്വന്തമാക്കുന്നത്. പുരുഷ ക്രിക്കറ്റിൽ ഇപ്പോൾ എന്നാലും കമ്പാരിറ്റീവ്ലി പുരുഷ ക്രിക്കറ്റ് ആയാലും ഫീമെയിൽ ക്രിക്കറ്റ് ആയാലും ഒരു 60 ബോൾ 70 ബോളിലൊക്കെ സെഞ്ചുറി അടിക്കുന്നുണ്ട് ആളുകൾ, ടെസ്റ്റിലായാലും ഏതിലായാലും. ഓക്കെ, ഫസ്റ്റ് ആൻഡ് ഓൺലി വുമൺ ക്രിക്കറ്റർ സ്കോർ ടെസ്റ്റ് സെഞ്ചുറി ലെസ് ദാൻ 100 ബോൾ. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 100 ബോളിൽ താഴെ, എല്ലാവരും 100 ബോളിന് മേലെ ടെസ്റ്റിൽ സെഞ്ചുറി അടിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് മുൻപുണ്ടായിരുന്ന റെക്കോർഡ് 106 പന്തില് സെഞ്ചുറി സ്വന്തമാക്കി. ടെസ്റ്റാണ്, ഏകദിനവും T20 അല്ല. ചമിനിയാണ് ഈ ഒരു ചമിനി സെനവിരത്നെയാണ് ഇതിന് മുൻപുണ്ടായിരുന്ന ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത്. പുരുഷന്മാരുടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബ്രണ്ടൻ മക്കല്ലമാണ്. 54 പന്തിൽ നിന്നുമാണ് ബ്രണ്ടൻ മക്കൽ 100 റൺസ് സ്വന്തമാക്കിയത്. അശ്വിൻ അനൗൺസസ് റിട്ടയർമെന്റ് ഫ്രം ഇന്റർനാഷണൽ ക്രിക്കറ്റ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും ഇന്ത്യയുടെ സ്പിൻ ഇതിഹാസ താരങ്ങളിൽ ഒരാളായിട്ടുള്ള രവിചന്ദ്രൻ അശ്വിൻ എന്താണ് ഒഫീഷ്യലായിട്ട് റിട്ടയർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇപ്പം IPL എല്ലാം ഒഴിവാക്കി, എല്ലാത്തിൽ നിന്നും റിട്ടയർ ചെയ്തിട്ടുണ്ട്. ഇപ്പം ബിഗ് ബാഷ് ലീഗിലെങ്ങാണ്ടാണ് പുള്ളി കളിക്കുന്നത്. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം നമുക്കിത് റിവിഷൻ പറയുമ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കൂടെ പറയാം അല്ലേ? ഓക്കെ, രവിചന്ദ്രൻ അശ്വിൻ ഈസ് ആൻ ഇന്ത്യൻ ഫോമർ ഇന്റർനാഷണൽ ക്രിക്കറ്റർ ആണ്. റൈറ്റ് ആം സ്പിൻ ബൗളർ ആണ് അദ്ദേഹം. ഓൾറൗണ്ടർ ആണ്, ലോവർ ഓർഡർ ബാറ്റർ കൂടിയാണ്. അശ്വിൻ ഹാസ് ടേക്കൻ മോർ ദാൻ 500
വിക്കറ്റ്സ് ഇൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ 500-ലധികം വിക്കറ്റുള്ള ചുരുങ്ങിയ താരങ്ങളിൽ ഒരാൾ കൂടിയാണ് ഇദ്ദേഹം. അതുപോലെ വളരെ വേഗത്തിൽ ഏറ്റവും ചുരുങ്ങിയ ഇന്നിങ്സിൽ നിന്നും 300 വിക്കറ്റ് സ്വന്തമാക്കുന്ന താരം കൂടിയായിരുന്നു ഇദ്ദേഹം. ഓക്കെ, ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് സ്വന്തമാക്കിയ താരം ആരാണെന്ന് അറിയാലോ? മുത്തയ്യ മുരളീധരൻ. 800-ലധികം വിക്കറ്റ് 800 വിക്കറ്റ് മുത്തയ്യ മുരളീധരൻ ഉണ്ട്. ബെസ്റ്റ് ഫിഫ ഫുട്ബോൾ അവാർഡ് 2024 2024 കാര്യം ചോദിക്കുന്നത് വെച്ചാൽ ഇത് 2025 വന്ന കാര്യമാണ്. ചോദിച്ചാൽ നമുക്ക് പറയേണ്ടി വരും, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞു പോകുന്നേ ഉള്ളൂ, ഒരു ഓർമ്മയിൽ വെച്ചാൽ മതി. സപ്പോസ് നമ്മുടെ ഷിഫ്റ്റിൽ കറങ്ങി തിരിഞ്ഞ് വന്നിട്ടുണ്ട് പറയാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ ഇത് കറണ്ട് അഫയർ അല്ലല്ലോ എന്ന് പറയേണ്ടത് നിങ്ങൾ. സോ 2024 ഇയർ ബേസ് ചെയ്യുന്ന ബെസ്റ്റ് മാൻ ഓഫ് ദി ഇയർ ഫിഫ ആരാണ്? വിനീഷ്യസ് ജൂനിയർ ബ്രസീലിന്റെ താരമാണ്. ബെസ്റ്റ് വുമൺ ഓഫ് ദി ഇയർ 2024 ഐതാന ബോനമതി സ്പെയിനിന്റെ താരമാണ്. ബെസ്റ്റ് മെൻസ് ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് ആസ്റ്റൺ വില്ലയുടെ താരമാണ്. ബെസ്റ്റ് വുമൻസ് ഗോൾ കീപ്പർ അലീസ നേച്ചർ ഷിക്കാഗോ റെഡ് സ്റ്റാർസിന്റെ താരമാണ്. ബെസ്റ്റ് മെൻസ് കോച്ച് കാർലോ ആൻസിലോട്ടിയും ബെസ്റ്റ് വുമൻസ് കോച്ച് എമ്മ ഹേസുമാണ്. റിച്ച ഘോഷ് സ്മാഷസ് ജോയിൻഡ് ഫാസ്റ്റസ്റ്റ് 15 വുമൻസ് T20 ഇന്റർനാഷണൽ. സ്ത്രീകളുടെ വുമൻസിന്റെ 2020 ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറി 50 റൺസ് തികച്ച താരങ്ങളുടെ കൂടെ എന്താണ് റിച്ച ഘോഷ് കൂടെ എത്തിയിട്ടുണ്ട്. ഓൾറെഡി സോഫി ഡിവൈനും അതുപോലെ തന്നെ ഫോബി ലിച്ച്ഫീൽഡും എന്താണ് 18 പന്തുകളിൽ നിന്നും 50 റൺസ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. സോ സോഫി ഡിവൈൻ എന്ന് പറയുന്ന സമയത്ത് ന്യൂസിലാൻഡിന്റെ താരം, അതുപോലെ ഫോബി ലിച്ച്ഫീൽഡ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയുടെ താരമാണ്. സോ അങ്ങനെയാണെങ്കിൽ ഇതുവരെ ഫാസ്റ്റസ്റ്റ് 50 സ്വന്തമാക്കി ഇന്ത്യൻ വനിതാ താരം ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് സ്മൃതി മന്ദാനയായിരുന്നു. സ്മൃതി മന്ദാന 18 പന്തുകളിൽ നിന്നും 24 പന്തുകളിൽ നിന്നുമാണ് ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറി ഇന്ത്യക്ക് വേണ്ടി സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ആ റെക്കോർഡ് 18 പന്തായിട്ട് ചുരുക്കിക്കൊണ്ട് ആര് മാറിയിട്ടുണ്ട്? നമ്മുടെ റിച്ച ഘോഷ് മാറിയിട്ടുണ്ട്. റിച്ച ഘോഷ് ഹിറ്റ് ജോയിന്റ് റെക്കോർഡ് ബ്രേക്കിംഗ് 50 in women's 2020 internationals during the third and final T20 international against West Indies. 18 പന്തിൽ നിന്നുമാണ് അല്ലേ സോഫി ഡിവൈൻ ലിച്ച്ഫീൽഡിന്റെയും കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി പുരുഷന്മാരുടെ കാര്യം നോക്കിയാൽ ആർക്കും തകർക്കാൻ വേണ്ടി പറ്റാത്ത റെക്കോർഡ് തന്നെയാണ്. 9 പന്തിൽ നിങ്ങളൊന്ന് കുടിച്ചു നോക്കിയാൽ എല്ലാ പന്തും 6 അടിച്ചു. 6 into 9 54. എല്ലാവർക്കും ഇദ്ദേഹത്തിന്റെ റെക്കോർഡിന്റെ കൂടെ എത്തുക എന്നല്ലാതെ മറികടക്കാൻ വേണ്ടി പറ്റില്ലല്ലേ. ദീപേന്ദ്ര സിംഗ് ഐരി എന്താണ് 9 പന്തുകളിൽ അവിടെ ഹാഫ് സെഞ്ചുറി കുറിച്ചിട്ടുണ്ട്. പുരുഷന്മാരുടെ നമ്മൾ ഇതിന് മുന്നേ നോക്കിക്കഴിഞ്ഞാൽ യുവരാജ് സിംഗ് ആയിരുന്നു 12 ബോൾ 2007 ഇംഗ്ലണ്ടിന് അഗെയിൻസ്റ്റ് ആയിട്ട്. സോ ഇപ്പൊ അത് മറികടന്ന ആരാണ്? ദീപേന്ദ്ര ഐരിയാണ്. ദീപേന്ദ്ര ഐരിയുടെ പേര് കൂടെ ദീപേന്ദ്ര സിംഗ് ഐരിയാണ് പേര് കൂടെ ഒന്ന് ഓർത്തു വെക്കണം. ഓക്കെ, ഡൽഹി ഹോസ്റ്റഡ് അങ്ങനെ പറയാം അല്ലെ. ഡൽഹി ടു ഹോസ്റ്റ് 2025 പാരാ അത്ലറ്റിക് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓൾറെഡി ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഡൽഹി ആയിരുന്നു 2025 പാരാ അത്ലറ്റിക്സ് വേൾഡ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇന്ത്യ 12ാമത്തെ വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നമ്മുടെ ഇന്ത്യ ആതിഥേയത്വം വഹിച്ചു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യ വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയരായിട്ട് വരുന്നത്. 2025 സെപ്റ്റംബർ 26 തൊട്ടിട്ട് 2025 ഒക്ടോബർ 6 തൊട്ട് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു ടൂർണമെന്റും കാര്യങ്ങളും നടന്നിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ടാണ് വേൾഡ് പാരാ അത്ലറ്റിക് ഗ്രാൻഡ് പ്രിക്സ് നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ട് നടക്കുന്നത്. സോ 12th എഡിഷൻ ആണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു അല്ലേ. ഏഷ്യയിൽ വെച്ചിട്ട് എത്ര തവണ നടന്നു എന്ന് ചോദിച്ചാൽ 3 തവണ ഏഷ്യയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ദോഹ 2015, ദുബായ് 2019, കോബി 2024. കറന്റ് ഇന്ത്യയിൽ വെച്ച് കൂടെ നടന്ന സമയത്ത് 4 തവണ ഏഷ്യൻ കൺട്രീസിൽ വെച്ചിട്ട് വിവിധ ഏഷ്യൻ കൺട്രീസിലായിട്ട് വെച്ച് നടന്നു എന്ന് നമുക്കറിയാം. ഇതിനു മുൻപ് 2023 അന്ന് ജപ്പാനിലെ കോബിയിൽ വെച്ചിട്ടാണ് നടന്നത്. അതിലെന്താണ് നമ്മുടെ ഇന്ത്യ 17ഓളം മെഡൽസ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ലോഞ്ചസ് ലോഗോ ആൻഡ് മസ്കോട്ട് വിരാജ് ഫോർ 2025 വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്. 2025 വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ലോഗോയും മസ്കോട്ടും നമ്മൾ ഇന്ത്യ ലോഞ്ച് ചെയ്തു അല്ലേ. ഇതിന്റെ മസ്കോട്ട് എന്ന് പറഞ്ഞ വിരാജ് എന്ന് പറയുന്ന ആനയാണ്. പക്ഷെ ആ ഒരു ആന നമുക്കറിയാം അല്ലേ. ആനയുടെ ആ ഒരു കാല് കണ്ടാൽ നമുക്ക് മനസ്സിലാവും എന്താണ് അവരുടെ റെപ്രസെന്റ് ചെയ്തത്. ഇത്തരത്തില് എന്താണ് ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ കാര്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ. സോ വേൾഡ് പാരാ അത്ലറ്റിക്സിനെ തന്നെയാണ് അവർ റെപ്രസെന്റ് ചെയ്യുന്നത്. ഡൽഹി ചീഫ് മിനിസ്റ്റർ അൺവെയിൽഡ് ലോഗോ മസ്കോട്ട് ആൻഡ് ഫ്ലാഗ്സ് ഓഫ് 100 days ടു ഗോ ഡൗൺ ഡൽഹി 2025 വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്. സോ ഒഫീഷ്യൽ ലോഗോ മസ്കോട്ട് രണ്ടും ലോഞ്ച് ചെയ്തു. മസ്കോട്ട് എന്ന് പറഞ്ഞ വിരാജ് ആണ്. ഇന്ത്യ ഫസ്റ്റ് ടൈം ഹോസ്റ്റിംഗ് ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ. ആദ്യമായിട്ടാണ് ഇന്ത്യ ഹോസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു. ഒരു യങ് എലിഫന്റ് ആണ് എക്യുപ്ഡ് വിത്ത് ബ്ലേഡ് പ്രോസ്തെസിസ്. ഓക്കെ, അതായത് ആ ഒരു നമ്മുടെ പൊയ്ക്കാലം എന്നൊക്കെ പറയില്ല, അത് വെച്ചുള്ള ഒരു ആനയാണ് ഇതിനാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സിംബിളൈസിങ് സ്ട്രെങ്ത്, റെസിലിയൻസ് ആൻഡ് ഇൻക്ലൂസീവ് സ്പോർട്സ്. എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു സ്പോർട്സ് ആണ് ഇതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഒരു വിരാജിന്റെ പേര് മസ്കോട്ട്സ് ഒക്കെ സ്ഥിരം ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക്. നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത കാര്യങ്ങളാണ് മസ്കോട്ടൊക്കെ.
12th വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025 കിക്സ് ഓഫ് ഇൻ ന്യൂഡൽഹി. എല്ലാം നമ്മൾ എന്താണ് ബാക്ക് ടു ബാക്ക് അവിടെ പറയാണ്. ഒരു ഫാക്ട് തന്നെ നമ്മൾ ഇങ്ങനെ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു എന്ന് പറഞ്ഞു. സെപ്റ്റംബർ 27 തൊട്ടിട്ട് എന്താണ്, സോറി സെപ്റ്റംബർ 27, സെപ്റ്റംബർ 26 തൊട്ടിട്ടാണ്, രണ്ടുമായി അല്ലേ. സോ നമുക്ക് എന്താണ് ഒക്ടോബർ 5 വരെയാണത് ആ ഒരു ഇവന്റ് നടന്നിട്ടുണ്ടായിരുന്നത്. ഹോസ്റ്റ് ഇന്ത്യ ഫിനിഷ്ഡ് ദ വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025 10th പൊസിഷൻ. സോ നമ്മുടെ ഇന്ത്യ എത്രാമതായിട്ട് ഫിനിഷ് ചെയ്തു എന്ന കാര്യം നമ്മൾ അറിയേണ്ടത്. ഇന്ത്യ എത്രാമതായിട്ടാണ് ഫിനിഷ് ചെയ്തത്? ഇന്ത്യ അവിടെ 10th ആണ്, 10ാമത്തെ സ്ഥാനത്താണ് നമ്മുടെ ഇന്ത്യ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമുക്ക് പരീക്ഷയ്ക്ക് മിക്കവാറും ചോദ്യമായിട്ട് വരിക, അല്ലെങ്കിൽ ഫാക്ട് ആയിട്ട് വരാറുള്ളത്. സോ ഇന്ത്യ 10th 10ാമതായിട്ട് ഇന്ത്യ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, 12th വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025 നടന്ന സമയത്ത് അതിൽ നമ്മുടെ ഇന്ത്യ 10ാമതായിട്ട് ഫിനിഷ് ചെയ്ത കാര്യം ഓർത്തു വെക്കണം. അതിൽ ഇന്ത്യ എത്ര മെഡൽ? 22 മെഡൽ ഇന്ത്യ സ്വന്തമാക്കിയിട്ടുണ്ട്. അതിൽ 6 ഗോൾഡും 9 സിൽവറും 7 ബ്രോൺസുമാണ്. ഇതിനിടയിൽ ഞാൻ ആ ഒരു കാര്യം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യായിരുന്നു. സോ ഇത് 27 തന്നെയാണ്. നമുക്കപ്പോൾ മാറ്റേണ്ടത് ഇവിടെയാണ് മാറ്റേണ്ടത്. 27 സെപ്റ്റംബർ ഒക്ടോബർ 5 വരെ. ഒന്ന് നിങ്ങളത് തിരുത്തണം. ഞാൻ ഇവിടെ തന്നിട്ട് ആ സ്ലൈഡിൽ എന്തോ ഒരു എറർ വന്നതാണ്. ഞാൻ എഡിറ്റ് ചെയ്തത് പിന്നെ മാറിയില്ല. ഓക്കെ, കുഴപ്പമില്ല. 27 സെപ്റ്റംബർ തൊട്ടിട്ട് ഒക്ടോബർ 5 വരെയാണ് അവിടെ. ഞാൻ രണ്ടും കൂടെ കൺഫ്യൂഷൻ ആയിട്ട് പറഞ്ഞതാണ്. സോ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇന്ത്യ ടോട്ടൽ 17 മെഡൽ സ്വന്തമാക്കി. മെഡലിന്റെ എണ്ണം ചോദിക്കാറുണ്ട്. അതിൽ 6 ഗോൾഡ്, 5 സിൽവർ, 6 ബ്രോൺസ് ആണ് അല്ലേ. 17 മെഡൽ, 6 ഓർ 12 പ്ലസ് 5. 73 മെമ്പർ അടങ്ങിയുള്ള ഒരു കോണ്ടിൻജന്റ് ആണ്. അതിൽ 54 മെന്നും 19 വുമണുമാണ് വരുന്നത്. ഇന്ത്യക്ക് വേണ്ടി ആദ്യ ഗോൾഡ് മെഡൽ സ്വന്തമാക്കിയത് ശൈലേഷ് കുമാർ ആണ്. അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഹൈ ജമ്പ് T63 ക്ലാസ്സിലാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. ദീപ്തി ജീവൻഷി എന്നാണ് സിൽവർ മെഡൽ. വുമൺസിന്റെ 400 മീറ്റർ T20 ക്ലാസ്സിൽ ദീപ്തി ജീവൻഷി സിൽവർ മെഡൽ സ്വന്തമാക്കിയിട്ടുണ്ട്. അതുപോലെ റിങ്കു ഹൂഡയും സുന്ദർ സിംഗ് ഗുജാറും എന്താണ് ഗോൾഡ് മെഡലും സിൽവർ മെഡലും രണ്ടുപേരും ജാവലിൻ ത്രോയുമായിട്ട് ബന്ധപ്പെട്ട് സ്വന്തമാക്കിയിട്ടുണ്ട്. 2 തവണ പാരാലിമ്പിക് ജാവലിൻ ത്രോ ചാമ്പ്യനായുള്ള സുമിത് അന്തിൽ എന്താണ് പാരാലിമ്പിക് എന്ന് പറയുമ്പോൾ ഒളിമ്പിക്സിന്റെ പാരാ വേർഷൻ ആണല്ലേ. സോ അദ്ദേഹം എന്താണ് ഇവിടെ നേട്ടം സ്വന്തമാക്കേണ്ട ഗോൾഡ് മെഡൽ തന്നെയാണ് അദ്ദേഹം സ്വന്തമാക്കുന്നത്. 2 തവണ പാരാലിമ്പിക് ബ്രോൺസ് മെഡലിസ്റ്റ് ആയിട്ടുള്ള പ്രീതി പാലും പ്രവീൺ കുമാറും ധരംബീർ നെയ്നും അവരൊക്കെ എന്താണ് മെഡൽസ് സ്വന്തമാക്കി. ആ ഒരു പേരുകളൊക്കെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഇനി നമുക്ക് നോക്കാനുള്ളത് 2025 വളരെ പ്രധാനപ്പെട്ട നിയമനങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നിയമനങ്ങൾ മാത്രം ഞാൻ ഇവിടെ എടുത്തിട്ട് ചർച്ച ചെയ്യുന്നുള്ളൂ. ഓരോരോ നിയമനങ്ങളായിട്ട് നോക്കാം. ജസ്റ്റിസ് മദൻ ലോക്കൂർ, ചെയർപേഴ്സൺ ഓഫ് UN ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിൽ. യുണൈറ്റഡ് നേഷന്റെ ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിലിന്റെ ചെയർപേഴ്സൺ ആയിട്ട് റീസെന്റ് ആയിട്ട് നിയമിക്കപ്പെട്ട വ്യക്തിയാണ്. റീസെന്റ് എന്ന് പറയുമ്പോൾ 2025 ആണ്. ആ സമയത്ത് നിയമിക്കപ്പെട്ട വ്യക്തിയാണ് മദൻ ലോക്കൂർ. യുണൈറ്റഡ് നേഷൻ ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിലിൻ ചെയർപേഴ്സൺ ആയിട്ടാണ് മുൻ സുപ്രീം കോടതി ജഡ്ജി കൂടിയായിരുന്ന മദൻ ലോക്കർ നിയമിക്കപ്പെട്ടത്. യുഎന്നിന്റെ സെക്രട്ടറി ജനറൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അന്റോണിയോ ഗുട്ടറസ് ആണ്. അദ്ദേഹമായിരുന്നു ഈ ഒരു നിയമനവും കാര്യങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നത്. സോ 2028 നവംബർ 12 വരെ എന്താണ് ഇദ്ദേഹത്തിന് നിയമനം വാലിഡ് ആയിരിക്കും. അല്ലെങ്കിൽ 2025 തൊട്ട് 2028 വരെയായിരിക്കും ഇദ്ദേഹം UN ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിലിന്റെ ചെയർപേഴ്സൺ ആയിട്ട് ഉണ്ടാവുക. അതുപോലെ തന്നെ ഹി വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ജഡ്ജ് ടു ബി അപ്പോയിന്റഡ് ആസ് എ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് അനദർ കൺട്രി. ഇദ്ദേഹം ഫിജി എന്ന് പറയുന്ന രാജ്യമുണ്ടല്ലോ, ആ ഫിജി എന്ന് പറയുന്ന രാജ്യത്തിന്റെ സുപ്രീം കോടതിയുടെ ജഡ്ജായിരുന്നു. ഫിജി എന്ന് പറയുന്ന രാജ്യത്തിൽ സുപ്രീം കോടതിയുടെ ജഡ്ജായിരുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇന്ത്യൻ ജഡ്ജ് ടു ബി അപ്പോയിന്റഡ് ആസ് എ ജഡ്ജ് ഇൻ സുപ്രീം കോർട്ട് ഓഫ് അനദർ കൺട്രി എന്ന പ്രത്യേകത കൂടി ഇദ്ദേഹത്തിനുണ്ട്. വി സുബ്രഹ്മണ്യൻ അപ്പോയിന്റഡ് NHRC ചെയർപേഴ്സൺ. ഞാനിത് 2025 പ്യൂർലി 2025 കാര്യങ്ങളാണ് പറയുന്നത്. 2026 വരുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ക്ലാസ് ചിലപ്പോൾ കേൾക്കുന്ന സമയത്ത് ക്രോസ് ചെക്ക് ഒക്കെ ചെയ്യേണ്ടി വരും. ഈ ഒരു കാര്യങ്ങൾ പറയാം. NHRC ഞാൻ പറയുന്നവരെ മാറിയിട്ടുണ്ടാവില്ല. സോ അതിനുശേഷം മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്രോസ് ചെക്ക് ചെയ്യണം. കറണ്ട് അഫെയറിന്റെ ഭാഗങ്ങളായതുകൊണ്ട് 2025 ഈ ഒരു കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് 2025 കംപ്ലീറ്റ് ആയിട്ട് കറക്റ്റ് ആണ്. സോ NHRC ചെയർപേഴ്സൺ വി രാമസുബ്രഹ്മണ്യൻ അല്ലേ. ഫോമർ സുപ്രീം കോർട്ട് ജഡ്ജി കൂടിയാണ് അദ്ദേഹം. വി രാമസുബ്രഹ്മണ്യൻ ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് എ ചെയർമാൻ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ. നിയമനം നടത്തുന്നത് ആരാണ്? NHRCയുടെ ചെയർപേഴ്സണെയൊക്കെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആയിരിക്കും. നിലവിൽ അത് ദ്രൗപദി മുർമു ആണ്. ഓൾറെഡി അരുൺ കുമാർ മിശ്ര അഥവാ AK മിശ്ര എന്താണ് അവിടെ റിസൈൻ ചെയ്ത ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ 2024 ജൂൺ 1 അദ്ദേഹം റിസൈൻ ചെയ്താൽ അദ്ദേഹത്തിന് ടെന്യൂർ അവസാനിച്ചതിന് ശേഷം ഒരു പെർമനന്റ് ആയിട്ടുള്ള NHRC ചെയർപേഴ്സൺ അവിടെ ഉണ്ടായിരുന്നില്ല. വിജയഭാരതി സൈനിയൊക്കെ അവിടെ താൽക്കാലികം ഒരു ഇന്ററിം മെമ്പർ എന്ന രീതിയിലൊക്കെ അവിടെ NHRC
ചെയർപേഴ്സൺ ആയിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ വി രാമസുബ്രഹ്മണ്യം വന്നതിന് ശേഷമാണ് ഒരു പെർമനന്റ് ചെയർപേഴ്സൺ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. സോ അപ്പോയിന്റ്മെന്റ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ കുഴപ്പമില്ല. അപ്പോയിന്റ്മെന്റ് പറയുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഈ ഒരു ക്ലാസ് 2025 ഏപ്രിൽ മാസത്തിലൊക്കെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഒരു മെയ് മാസത്തിലാണ് കാണുന്നത്, അല്ലെങ്കിൽ ജൂൺ മാസം ജൂലൈ മാസത്തിലൊക്കെയാണ് കാണുന്നതെങ്കിൽ അവിടെ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. ഒരുപാട് മാറ്റങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ടാകും. സോ ആ മാറ്റങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട. ജസ്റ്റ് ഞാൻ ഈ അടിക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് നിങ്ങളുടെ റിസർച്ചും കാര്യങ്ങളും അവിടെ നടക്കട്ടെ. NHRCയുടെ കറണ്ട് ചെയർപേഴ്സൺ ആരാണ് അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോയിന്റ്മെന്റ് പറയുന്ന സമയത്ത് ഒന്നുമില്ല, ഞാൻ ഇന്ന് ക്ലാസ് റെക്കോർഡ് ചെയ്ത് നാളെ വരുമ്പോൾ ചിലപ്പോൾ കാര്യങ്ങൾ മാറാം അല്ലേ. സോ നിങ്ങൾ പറയും അത് തെറ്റല്ലേ എന്ന് പറയും. തെറ്റല്ല. നമുക്ക് എന്താണ് ആ സമയത്ത് നമുക്ക് അറിയുന്ന ഡാറ്റയെ കറണ്ട് അഫയറിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല. ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ആ കാര്യം എന്താണ് നിങ്ങൾ ചെയ്യാം. അല്ലാതെ നമ്മൾ റെഗുലർ ആയിട്ട് ഓരോ മാസത്തേക്ക് കറണ്ട് അഫയർ പറഞ്ഞു പോകുന്ന സമയത്ത് അവിടെയൊന്നും അങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾ ഇതുപോലെ ഇയർ എൻഡ് ഒക്കെ വരുന്ന സമയത്ത് അവിടെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാം. നമ്മൾ ക്ലാസ് ചെയ്ത് പിന്നെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാം. സോ അതിനുവേണ്ടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇദ്ദേഹത്തെ കൂടാതെ പ്രിയങ്ക കനുങ്കു, അതുപോലെ തന്നെ ജസ്റ്റിസ് വിദ്യുത് രഞ്ജൻ സാരംഗിയൊക്കെ എന്താണ് അവിടെ NHRC മെമ്പേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ എന്ന് പറയുന്ന സ്വയംഭരണാധികാരമുള്ളൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഓട്ടോണമസ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സോ സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറയുമ്പോൾ ഒരു ആക്ട് വേണ്ട 1993 ഹ്യൂമൻ റൈറ്റ് ആക്ട് പ്രകാരമാണിത് ഫോം ചെയ്തത്. 1993 ഒക്ടോബർ 12-ാം തീയതി വന്നു. മൾട്ടി മെമ്പർ ബോഡിയാണ്. ചെയർപേഴ്സണും 5 ഫുൾ ടൈം മെമ്പേഴ്സും ഉണ്ട്. ചെയർപേഴ്സൺ നിർബന്ധമായിട്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരിക്കണം. അല്ലെങ്കിൽ എന്താണ് സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജെങ്കിലുമായിട്ട് സേവനമനുഷ്ഠിച്ച അംഗമായിരിക്കണം, വ്യക്തിയായിരിക്കണം. ഇനി മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ സെർവിംഗ് ഓർ റിട്ടയർഡ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് ആവാം, സെർവിംഗ് ഓർ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട് ആവാം, അല്ലെ അവിടെ മെമ്പേഴ്സ് ആയിട്ട് സോറി ഈ 5 പേരുണ്ടല്ലോ അതിൽ ഒരാൾ സെർവിംഗ് ഓർ റിട്ടയർഡ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് ആയിരിക്കണം, ഒരാൾ സെർവിംഗ് ഓർ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട് ആയിരിക്കണം. ബാക്കിയുള്ള 3 പേരെന്നാണ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ഹോം ഷുഡ് ബി എ വുമൺ ഹാവിംഗ് നോളേജ് ഓർ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇൻ റിലേഷൻ ടു ഹ്യൂമൻ റൈറ്റ്. ഓക്കെ, അതൊക്കെ നോർത്ത് വെച്ചാൽ മതി. ഇത് കൂടാതെ 7 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഒക്കെ അവിടെ വരുന്നുണ്ട്. ടോങ്ക എലക്സ് കെ വാലു ഇഖെ ആസ് പ്രൈം മിനിസ്റ്റർ. ഇവിടെ ഞാൻ പറയുകയാണ് ഓരോരോ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ പ്രൈം മിനിസ്റ്റർ പ്രസിഡന്റ് ഒക്കെ വരുന്ന സമയത്ത് അതത് സമയങ്ങളിൽ അത് കറക്റ്റ് ആയിരിക്കും. പക്ഷെ പിന്നെ എന്താണ് മാറ്റങ്ങൾ വരാറുണ്ട്. മാറ്റങ്ങൾ വരാറുണ്ട് സെൻസ് പൊതുവെ 5 വർഷത്തേക്കൊക്കെയാണ് നിയമനം വരാറുള്ളത്. നമ്മളിപ്പം 2025 പഠിച്ച 2030 വരെയൊക്കെ 29 വരെയൊക്കെ സേഫ് ആയിരിക്കും. പക്ഷെ ആ ഒരു രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒക്കെ വന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് ഒക്കെ മാറാം അല്ലെ. സോ കറന്റ് എന്താണ് ടോങ്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ ആരാണ്? ഐസക് വലു ഈഖയാണ് അല്ലെ. ആ പേരൊന്ന് നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചാൽ മതി. ഇനി പ്രസിഡന്റ് അപ്പോയിന്റ്സ് ന്യൂ ഗവർണേഴ്സ് ഫോർ 5 സ്റ്റേറ്റ്സ്. ആ സമയത്ത് 2025 ആ ഒരു കാര്യമാണ്. ഇതിൽ പല കാര്യങ്ങളും മാറിയിട്ടുണ്ട്. കേരള, ബീഹാർ, ഒഡീഷ, മണിപ്പൂർ ആൻഡ് മിസോറാം. ഓക്കെ, അതിൽ പല മാറ്റങ്ങളും അന്ന് സംഭവിച്ചിട്ടുണ്ടാവും. അന്ന് വന്ന ആ ഒരു കാര്യങ്ങൾ പലതും മാറിയിട്ടുണ്ട്. സോ നമ്മൾ ഈ റെൻഡർ പറയുമ്പോൾ ഒരു ഡിഫിക്കൽട്ടി ആണത്. ഞാൻ നിങ്ങളോട് ഒന്നുകൂടെ പറയണം, ഓരോ സംസ്ഥാനത്തിന്റെ ഗവർണേഴ്സ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ക്രോസ് ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങളൊന്ന് മാറ്റി എഴുതാം. അന്ന് ഗവർണർ ഓഫ് ഒഡീഷ ആയിട്ടുണ്ടായിരുന്ന ഡോക്ടർ ഹരിബാബു കമ്പംപെട്ടിയാണ്. ഗവർണർ ഓഫ് മിസോറാം ആയിട്ടുണ്ടായിരുന്നത് വിജയ് കുമാർ സിംഗ് ആണ്. അതുപോലെ ഗവർണർ ഓഫ് കേരള ആയിട്ടുണ്ടായിരുന്നത് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ്. ഓക്കെ, അതുപോലെ തന്നെ ഗവർണർ ഓഫ് ബീഹാർ ആയിട്ട് ഉണ്ടായിരുന്നത് ആരാണ്? കേരളത്തിന്റെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങോട്ടേക്ക് മാറിയ കാര്യം അല്ലേ. സോ ഞാൻ ഈ പറയുന്ന കാര്യം തെറ്റാണെന്നല്ല ഒരിക്കലും പറയുന്നത്. ഗവർണേഴ്സ് ഒക്കെ എപ്പോൾ വേണമെങ്കിലും മാറി അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. കേരളത്തിന്റെ 23-ാമത്തെ ഗവർണർ എന്ന രീതിയിലൊക്കെ നമുക്ക് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിനെ പറയാം അല്ലേ. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ തന്നെയാണ് ഞാനിപ്പം കറന്റ്ലി നിങ്ങളെ പഠിപ്പിക്കുന്നത് വരെ കാര്യം. ഓക്കെ, അതാണ് കറന്റ്ലി ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ഈ ഒരു സമയം വരെ മാറിയിട്ടൊന്നുമില്ല. പക്ഷെ ഞാനിത് റെക്കോർഡ് ചെയ്തിട്ട് പലപ്പോഴും പറ്റുന്ന കാര്യം റെക്കോർഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ ഒക്കെ മാറിയിട്ടുണ്ട്. എന്നെ തെറി വിളിക്കരുത്. അതാണ് ഉദ്ദേശിച്ചത്. മണിപ്പൂരിന്റെ ഗവർണറായിട്ട് അജയ് കുമാർ ഭല്ലയുമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഭുവനേഷ് കുമാർ അപ്പോയിന്റസ് UIDAI CO. ഇവിടെ മാറ്റം വന്നു. ഞാൻ ഈ ഒരു ഭുവനേഷ് കുമാറിന്റെ ഈ ഒരു പേര് ഞാൻ എടുത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്താണ് ഈ ഒരു പേര് മാറും. ഭുവനേഷ് കുമാറിന് 2025 ഫാക്ട് ആണ്. ഇത് മാറിയിട്ടുണ്ട്. ഭുവനേഷ് കുമാർ അല്ല കറന്റ്ലി സൗരഭ് വിജയ് ആണ്. സൗരഭ് വിജയ് ആണ് ഇത്തരത്തിൽ എന്താണ് വന്നത്. ഓക്കെ, സൗരഭ് വിജയ് ആണ് മാറി വന്നത്. അദ്ദേഹത്തിന്റെ പേര് ഭുവനേഷ് കുമാർ ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ മാറിയിട്ട് എന്താണ് സൗരഭ് ആണല്ലേ. സൗരഭാണ് ഇത്തരത്തിൽ എന്താണ് പുതിയ CEO ആയിട്ട് UIDA CEO ആയിട്ട് സൗരഭ് വിജയ് ആണ്. ആ ഒരു കാര്യമൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കണേ. മാറ്റങ്ങൾ അനിവാര്യമാണ്. അപ്പോയിന്റ്മെന്റ് ഒക്കെ എപ്പോൾ വേണമെങ്കിലും മാറാം. അതുകൊണ്ടാണ് അപ്പോയിന്റ്മെന്റ് പലപ്പോഴും എനിക്ക് ഈ രണ്ടിലൊക്കെ കൊണ്ടുപോയിട്ടാണല്ലോ ഒരു പേടിയും. നിങ്ങൾ പറയുന്നത് തെറ്റല്ലേ എന്ന് പറയും. തെറ്റല്ല, ഞാൻ പഠിപ്പിക്കുമ്പോൾ അതായിരുന്നു ഫാക്ട്. ഇതെനിക്ക് പറയാൻ വേണ്ടി പറ്റിയത് എന്താണ്, ഞാൻ ഈ സ്ലൈഡൊക്കെ റെഡിയാക്കി വെച്ച്
ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു കാര്യങ്ങളൊക്കെ മാറ്റം വന്നു. സൗരഭ് വിജയാണ്. എനിക്ക് ഒന്നാമത് പറയാൻ വേണ്ടി പറ്റിയല്ലോ. സോ നിങ്ങൾ ഇത് കട്ട് ചെയ്ത് പഠിക്കുമ്പോൾ സ്ലൈഡ് മാത്രം കണ്ടുപോകുന്നവർ പറയും ഇത് തെറ്റല്ലേ. ക്ലാസ് കൂടെ കേൾക്കണം. അതിനാണ്. സോ യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഥവാ സിഇഒ ആയിട്ട് ആര് വന്നു? ഭുവനേഷ് കുമാർ വന്നിട്ടുണ്ട്. അദ്ദേഹം അമിത് അഗർവാളിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് വന്നത്. സൗരഭ് വിജയ് ആണെന്ന് ഓർത്തു വെച്ചാൽ മതി. ഇനി മൈക്ക് ജോൺസൺ റീ എലക്ടഡ് ആസ് US ഹൗസ് സ്പീക്കർ. US ഹൗസ് സ്പീക്കർ ആയിട്ട് ആരാണ് റീസെന്റ് ആയിട്ട് റീ എലക്ട് ചെയ്യപ്പെട്ടത്, വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത്? മൈക്ക് ജോൺസൺ ആണ് അല്ലേ. US ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് സ്പീക്കർ മൈക്ക് ജോൺസൺ വാസ് റീ എലക്ടഡ് ടു ചേംബേഴ്സ് ടോപ്പ് ജോബ് ആഫ്റ്റർ ലെങ്തി ക്യാപിറ്റൽ ഹിൽ വോട്ടിംഗ്. അതായത് 56ാമത്തെ സ്പീക്കർ ആയിട്ടാണ് US ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവിന്റെ 56ാമത്തെ സ്പീക്കറായിട്ട് നിയമിക്കപ്പെട്ട വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. 2023 കെവിൻ മക്കാർത്തി ആയിരുന്നു അവിടെ ഈ ഒരു പൊസിഷനിൽ ഉണ്ടായിരുന്നത്. എന്നിട്ട് 2025 എന്താണ് മൈക്ക് ജോൺസൺ തെരഞ്ഞെടുക്കപ്പെട്ടു, അല്ലെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. ആ ഒരു കാര്യം അന്ന് ഓർത്തു വെച്ചാൽ മതി. ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ് അപ്പോയിന്റ് CRPF ഡയറക്ടർ ജനറൽ. ഇതും 2025 ഫാക്ട് ആണ്. ഞാൻ ദയവേത് നിങ്ങളോട് പറയാണ്, ഈ ഒരു ഫാക്ട് പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴാണോ കേൾക്കുന്നത്, എപ്പോൾ വേണേലും നിങ്ങൾ കേൾക്കുന്നതാവാം, ആ സമയത്ത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ CRPF ഡയറക്ടർ ജനറൽ. ഇത് ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ് എങ്ങനെയാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. പക്ഷേ അവിടെ മാറ്റം വരുന്നുണ്ട്. നിങ്ങളുടെ പുസ്തകത്തിലേക്ക് ഇത് എഴുതി വയ്ക്കരുത്, മാറ്റിയിട്ട് അവിടെ എഴുതി വെക്കണം. ഓക്കെ, ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ് എന്താണ് 1991 ബാച്ച് IPS ഓഫീസറാണ്. കറണ്ട് ഡയറക്ടർ ജനറൽ ഓഫ് അസം പോലീസ് എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു അന്ന്. അദ്ദേഹം എന്താണ് CRPFന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് റീസെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ നിയമനം നമുക്കിപ്പോൾ സേഫാണ്. 2027 നവംബർ 30 വരെ ഇദ്ദേഹമായിരിക്കും ഡയറക്ടർ ജനറൽ. അപ്പം പിന്നെ 2025 കറണ്ട് അഫയർ 2026 പഠിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മാറ്റങ്ങൾ വന്നിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം. ഞാനിത് വീണ്ടും വീണ്ടും പറയാനുള്ള കാരണം പലപ്പോഴും ഇയർ എൻഡിന്റെ അടിയിൽ വരുന്ന കമന്റ് ആണ്, തെറ്റല്ലേ, ഈ ഫാക്ട് മാറിയില്ല, ഇതെന്ത് ഇങ്ങനെ തന്നെ എന്ന് പറയും. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും 2026 എന്താണ് ഒരു ജൂൺ മാസത്തിലൊക്കെ അപ്ലോഡ് ചെയ്യണം. ഇത് ചിലപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് ഒരു ഡിസംബർ മാസത്തിലൊക്കെ ആയിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവും. ആ 3 മാസം കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാം നമുക്കത് പ്രഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. സോ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ആ ഒരു റിസർച്ച് സ്വഭാവം കൂടെ ഒന്ന് ബെറ്റർ ആക്കാൻ വേണ്ടി ശ്രമിക്കുക. CRPF ഡയറക്ടർ ജനറൽ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് പോയാൽ മതി നിങ്ങൾ. ഓക്കെ, ഇങ്ങനെയുള്ള അപ്പോയിന്റ്മെന്റ്സ് മാത്രമാണ്, ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കണമെന്നില്ല. ജിതേന്ദ്ര പാൽ സിംഗ് അപ്പോയിന്റ് ആസ് ഇന്ത്യസ് ന്യൂ അംബാസഡർ ടു ഇസ്രായേൽ. ആ സമയത്ത് 2025 ഇന്ത്യസ് ന്യൂ അംബാസഡർ ടു ഇസ്രായേലായിട്ട് ആര് വന്നു? ജിതേന്ദ്ര പാൽ സിംഗ് വന്നു അല്ലെ. അദ്ദേഹം അന്ന് ഈ ഒരു നിയമത്തിന് മുൻപ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിലെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. ഇപ്പൊ എന്താണ് അംബാസഡർ ടു ഇസ്രായേലായിട്ട് നെക്സ്റ്റ് അംബാസഡർ ഓഫ് ഇന്ത്യ ടു സ്റ്റേറ്റ് ഓഫ് ഇസ്രായേലായിട്ട് വന്നിട്ടുണ്ട്. ഓൾറെഡി ഉണ്ടായിരുന്ന സഞ്ജീവ് സിംഗൾ, അദ്ദേഹത്തിന്റെ പേരൊക്കെ വളരെ ഫേമസ് ആയിരുന്നു അല്ലേ. സഞ്ജീവ് സിംഗല 2019 തൊട്ട് 24 വരെ എന്താണ് അംബാസഡർ ടു ഇസ്രായേൽ ആയിരുന്നു. അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ജിതേന്ദ്ര പാൽ സിംഗ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സഞ്ജീവ് രഞ്ജൻ അപ്പോയിന്റ് സെക്രട്ടറി ജനറൽ ഓഫ് ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷൻ, IORA അഥവാ ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷൻ എന്ന് പറയും. അതിന്റെ സെക്രട്ടറി ജനറൽ ആയിട്ട് റീസെന്റ് ആയിട്ട് നിയമിക്കപ്പെട്ട ഇന്ത്യക്കാരനാരാണ്? ഇന്ത്യൻ ഡിപ്ലോമാറ്റ് ആരാണ്? സഞ്ജീവ് രഞ്ജൻ ആണ്. മുൻപ് അംബാസഡർ ടു അർജന്റീനയായിട്ട് 2016 തൊട്ട് 19 വരെ, അതുപോലെ തന്നെ അംബാസഡർ ടു കൊളംബിയ ആയിട്ട് 2019 തൊട്ട് 22 വരെയൊക്കെ സേവനം അനുഷ്ഠിച്ച വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. സഞ്ജീവ് രഞ്ജൻ, എ സീനിയർ ഇന്ത്യൻ ഡിപ്ലോമാറ്റ്, ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് എ ന്യൂ സെക്രട്ടറി ജനറൽ ഓഫ് ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷൻ, IORA. ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷനെ കുറിച്ച് സ്റ്റാറ്റിക് ഫാക്ട് എന്നും ചോദ്യം വരെ ഏതാണ്ട് 23ഓളം മെമ്പർ സ്റ്റേറ്റ്, ഇന്ത്യ അടക്കമുള്ള മെമ്പർ സ്റ്റേറ്റ്, ഇന്ത്യയുണ്ട്, ഓസ്ട്രേലിയയുണ്ട്, ഇന്തോനേഷ്യ, സൗത്ത് ആഫ്രിക്ക ഒക്കെ വരുന്ന ഒരു ബോഡിയാണ്. ദ അസോസിയേഷൻ എയിംസ് ടു പ്രൊമോട്ട് എക്കണോമിക് കോപ്പറേഷൻ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് റീജിയണൽ സെക്യൂരിറ്റി അമംഗ് ഇന്ത്യൻ ഓഷ്യൻ ബോർഡറിംഗ് കൺട്രീസ്. ഇന്ത്യൻ ഓഷ്യനെ ചുറ്റിക്കിടക്കുന്ന രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മെച്ചപ്പെടുത്താനാണ് ഇതുപോലൊരു സംഘടന. ഇനി മൈക്കൽ മാർട്ടിൻ റീ അപ്പോയിന്റ് ആസ് ഐറിഷ് പ്രൈം മിനിസ്റ്റർ, അയർലാൻഡിന്റെ പ്രധാനമന്ത്രിയായിട്ട് റീസെന്റ് എന്ന് ഞാൻ പറയാനുള്ള കാരണം 2025 പ്യൂർലി 2025 ഫാക്ട് 2025 ബേസ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് പരീക്ഷ കൃത്യമായിട്ട്. 2025 ഡിസംബർ മാസത്തിലെ കറണ്ട് അഫയർ പ്രകാരം ആരാണ് അയർലാൻഡിന്റെ പ്രധാനമന്ത്രി, ആരായിരുന്നു അയർലാൻഡിന്റെ പ്രധാനമന്ത്രി എന്നൊക്കെ ചോദിച്ചു കാണാറില്ലേ. സോ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് പകുതിയായി. എന്തായാലും ഞാൻ ഈ ക്ലാസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് പകുതിയായിരുന്നു 2026. സോ അയർലാൻഡ്സ് മൈക്കൽ മാർട്ടിൻ വാസ് elected prime minister for the second time by a coalition of countries' two large center-right parties. This marks him second term, having previously served from 2020 to 2020, 2022.
എങ്ങനെ പറയേണ്ടതെന്ന് വെച്ചാൽ ഇതിന് നമ്മൾ 2020 എന്നല്ല പറയാം, അത് തൊട്ടിട്ട് 2022 പറയുമ്പോൾ 2022 എന്നായല്ലേ. ഓക്കെ, അങ്ങനെയുള്ള വാക്കുകൾ വരുമ്പോൾ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ദി ന്യൂ ഗവൺമെന്റ് ഈസ് എ കണ്ടിന്യൂഷൻ ഓഫ് ദ പാർട്ണർഷിപ്പ് ബിറ്റ്വീൻ ഫിയാന ഫീൽ ആൻഡ് ഫൈൻ ഗേൽ ഇസ്രായേൽസ് ടു ഡോമിനന്റ് സെൻഡർ റൈറ്റ് പാർട്ടീസ് ഇൻ 1937. ആ രണ്ട് പാർട്ടീസ്, അത് നമ്മളിപ്പം സഖ്യകക്ഷികൾ എന്നൊക്കെ പറയില്ലേ, അതുപോലെ രണ്ട് പാർട്ടി സഖ്യകക്ഷികളായിട്ട് ഒരു കൊയിലീഷൻ ഗവൺമെന്റ് ആണ് അവിടെ രൂപീകരിക്കപ്പെട്ടത്. അതുകൊണ്ടൊന്ന് അടിച്ചു വെച്ചാൽ മതി. ഓക്കെ, ജസ്റ്റിസ് അരുൺ മിശ്ര ന്യൂ ഓംബുഡ്സ്മാൻ ഓഫ് BCCI. NHRC നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ മുൻ ചെയർപേഴ്സൺ ആയിരുന്ന വ്യക്തിയാണ് ജസ്റ്റിസ് അരുൺ മിശ്ര. ആ സമയത്ത് ചെയർപേഴ്സൺ ആയിരുന്ന സമയത്ത് പരീക്ഷയ്ക്കൊക്കെ ഇദ്ദേഹത്തിന്റെ പേര് ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം റീസെന്റ് ആയിട്ട് എന്താണ് BCCI ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഓഫ് ഇന്ത്യയുടെ പുതിയ ഓംബുഡ്സ്മാൻ ആയിട്ട് നിയമിതനായിട്ടുണ്ട്. ജസ്റ്റിസ് അരുൺ മിശ്ര, എ ഫോമർ സുപ്രീം കോടതി ജഡ്ജ്, ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ഓംബുഡ്സ്മാൻ ആൻഡ് എത്തിക്സ് ഓഫീസർ ഓഫ് ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഓഫ് ഇന്ത്യ. BCCIയുടെ എന്താണ് ഓംബുഡ്സ്മാൻ ആൻഡ് എത്തിക്സ് ഓഫീസറായിട്ട് നിയമിക്കപ്പെട്ടു. ഹി സെർവ്ഡ് ഇൻ അപ്പിക്സ് കോർട്ട് ഫ്രം July 7, 2014 to September 2, 2020 ബിഫോർ ബീങ് അപ്പോയിന്റഡ് ആസ് എ ചെയർപേഴ്സൺ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ. 2020 ആ ഒരു സമയത്തൊക്കെ എന്താണ് NHRCയുടെ തലവനായിട്ട് അല്ലെ ചെയർപേഴ്സണായിട്ട് നിയമിതനായിട്ടുള്ള വ്യക്തി കൂടിയായിരുന്നു ഇദ്ദേഹം. മെയിനായിട്ട് എന്തിനാണ് ഈ ഒരു ഓംബുഡ്സ്മാൻ എന്ന് ചോദിച്ചാൽ, BCCIയുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ അപെക്സ് ബോഡിയാണ് BCCI. സോ അവിടെ വരുന്ന എത്തിക്കൽ ഇഷ്യൂ, അതുപോലെ എന്തെങ്കിലും രീതിയിലുള്ള ഡിസ്പ്യൂട്ട്സ്, അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഓംബുഡ്സ്മാന് BCCI നിയമിച്ചിട്ടുള്ളത്. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമൊക്കെ തന്നെയാണ് ഓംബുഡ്സ്മാൻ വന്നത്. ലെബനൻ എലക്ട്സ് ജനറൽ ജോസഫ് ഔൺ ആസ് പ്രസിഡന്റ്. ലെബനൻ പുതിയ പ്രസിഡന്റായിട്ട് നിയമിക്കപ്പെട്ട വ്യക്തിയെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആരാണ്? ജനറൽ ജോസഫ് ഔൺ ആണ്. ഈ ഒരു വ്യക്തി എന്താണ് റീസെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ലോകരാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, ഞാൻ വീണ്ടും പറയാൻ ലെബനന്റെ എല്ലാത്തിനും നിങ്ങൾ എന്താണ് ഒരു ഫാക്ട് പഠിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്രോസ്, ബാക്കിയുള്ള ഡാറ്റയൊന്നും നിങ്ങൾ നോക്കണ്ട. ആ ഒരു കറണ്ട് സമയത്ത് ഞാൻ ഈ പറഞ്ഞ സമയത്തുള്ള ഡാറ്റ തന്നെയാണ് നിങ്ങൾ കേൾക്കുന്ന സമയത്തുള്ളത്, അത് മാത്രം നോക്കിയാൽ മതി. ഈസ് ദ 5th ആർമി കമാൻഡർ ഇൻ ലെബനൻസ് ഹിസ്റ്ററി ടു ബിക്കം പ്രസിഡന്റ് ആൻഡ് സക്സീഡ് ഫോമർ പ്രസിഡന്റ് മൈക്കേൽ ഓയൺ ഹു ഈസ് നോട്ട് റിലേറ്റഡ് ഹിം. മൈക്കേൽ ഓയണിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ജോസഫ് ഔൺ വന്നത്. അപ്പൊ പേര് കേൾക്കുന്ന സമയത്ത് എന്താണ് ഔൺ, പുള്ളി ഏട്ടനായിരിക്കും അനിയനായിരിക്കും എന്ന് വിചാരിക്കല്ലേ. രണ്ടുപേരും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. ഓക്കെ, സോ അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. 2022 ഒക്ടോബർ തൊട്ടിട്ട് ലബനൻ എന്ന് പറയുന്ന രാജ്യത്തിന് എന്താണ് ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നില്ല. കുറെ കാലത്തിന് ശേഷമാണ് ആ ഒരു പ്രസിഡന്റ് പദവി അവിടെ വരുന്നത്. പദവിയല്ല, ആൾ അതിലേക്ക് വരുന്നത്. ശ്രേയസ് അയ്യർ അപ്പോയിന്റഡ് പഞ്ചാബ് കിങ്സ് ക്യാപ്റ്റൻ അഹെഡ് ഓഫ് 2025 IPL സീസൺ. ഞാൻ ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് IPL കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ. സോ 2025 IPL സമയത്ത് പഞ്ചാബ് കിങ്സ് ടീമിന്റെ ക്യാപ്റ്റൻ ആയിട്ട് ആര് വന്നിട്ടുണ്ടായിരുന്നു? ശ്രേയസ് അയ്യർ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ശ്രേയസ് അയ്യർ സെക്കൻഡ് ഹയസ്റ്റ് ബൈ എന്ന രീതിയിലൊക്കെ IPL ഉണ്ടായിരുന്നത്. ഋഷഭ് പന്ത് കഴിഞ്ഞാൽ മോസ്റ്റ് എക്സ്പെൻസീവ് ബൈ ആയിരുന്നു ശ്രേയസ് അയ്യർ. ശ്രേയസ് അയ്യർ ദ സെക്കൻഡ് മോസ്റ്റ് എക്സ്പെൻസീവ് പ്ലെയർ IPL ഓപ്ഷൻ ഹാസ് ബീൻ അപ്പോയിന്റഡ് ക്യാപ്റ്റൻ ഓഫ് പഞ്ചാബ് കിങ്സ് ഫോർ IPL 2025. 2025 ആ ഒരു വർഷവുമായിട്ട് ബന്ധപ്പെട്ട IPL സീസണിലേക്ക് എന്താണ് ഓപ്ഷൻ നടന്നല്ലോ. 2026 സീസണിലേക്കുള്ള ഓപ്ഷനാണ് നടന്നത്. സോ അതിൽ എന്താണ് ശ്രേയസ് അയ്യർ പഞ്ചാബ് അദ്ദേഹത്തെ വിളിച്ചെടുത്തു. കൂടാതെ ക്യാപ്റ്റൻ ആയിട്ട് കൂടിയാണ് വിളിച്ചെടുത്തത്. അയ്യർ is among only 8 captains to have won IPL. A feat he accomplished by leading Kolkata Knight Riders, whom he led 2022 to 2024 the title last year. അതായത് നമ്മുടെ ഇന്ത്യയിലെ 8 ക്യാപ്റ്റന്മാർ മാത്രമാണ് ഇതിനു മുൻപ്, ഞാൻ ഈ പറയുന്ന സമയത്തിന് മുൻപ്. ഓക്കെ, സോ 8 ക്യാപ്റ്റന്മാർ മാത്രം, ഓൺലി 8 ക്യാപ്റ്റൻസ് ടു ഹാവ് വൺ IPL. ഓക്കെ, അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ആ ഒരു നേട്ടത്തിലേക്ക് ശ്രേയസ് അയ്യർ കൂടെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ലക്നോ സൂപ്പർ ജയൻ പിക്കഡ് ഋഷഭ് പന്ത് ഫോർ INR 27 227 കോടി രൂപയ്ക്ക് എന്നാണ്, 270 അല്ല 27 കോടി രൂപയ്ക്ക് മോസ്റ്റ് എക്സ്പെൻസീവ് ബൈ ആയിട്ട് ലക്നോ സൂപ്പർ ജയൻസ് ഋഷഭ് പന്തിനെ വാങ്ങിയിട്ടായിരുന്നു. ഇപ്പം കറന്റ്ലി നമ്മൾ പറയുന്ന സമയത്ത് പുള്ളി എന്താണ് വീണ്ടും ഡൽഹി ക്യാപിറ്റലിലേക്ക് തന്നെ പോയിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ഡൽഹി ക്യാപിറ്റലിൽ നിന്ന് LSGയിലേക്ക് പോയ താരം നമ്മുടെ കുൽദീപ് യാദവ് എങ്ങാണ്ടാണ് പോയിട്ടുണ്ടായിരുന്നു. ഒരു ട്രേഡ് വിൻഡോ ഓപ്പൺ ആയ സമയത്ത് എന്താണ് അങ്ങനെ ഒരു ട്രേഡ് നടന്നിട്ടുണ്ടായിരുന്നു. വെനസ്വേലസ് മഡ്യൂറോ സെറ്റ് ഫോർ തേർഡ് പ്രസിഡൻഷ്യൽ ടേം. ഇതും മാറിയിട്ടുണ്ട്. നിക്കോള മഡ്യൂറോ എന്താണ് ആ സമയത്ത് 2025 വെനസ്വേലയുടെ പ്രസിഡന്റായിട്ട് വന്ന കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. സോ ഇദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റാറ്റിക് ഫാക്ട്സ് നമുക്ക് പഠിച്ചു വയ്ക്കാം. നിക്കോള മഡ്യൂറോ 46 president ഓഫ് വെനസ്വേല വാസ് സോൺ ഇൻ ഫോർ എ തേർഡ് 6-year ടേം ആഫ്റ്റർ ഡിസ്പ്യൂട്ടഡ് എലക്ഷൻ. ആ ഒരു ഇലക്ഷന് ശേഷം, ആ ഒരു ഇലക്ഷൻ ഇഷ്യൂസിന് ശേഷം എന്താണ് അദ്ദേഹം തന്റെ ആ ഒരു 6-year ടേം
മൂന്നാമത്തെ തവണ എന്താണ് ആരംഭിച്ചിട്ടുണ്ട്. ഹിസ് ഓപ്പണന്റ് എഡ്മുണ്ടോ ഗോൺസാലസ് ക്ലെയിംഡ് വാട്ടർ ഫ്രോഡ്, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇഷ്യൂസ് അവിടെ ഉയർത്തിയതിന് ശേഷമാണ് ഇപ്പൊ കറന്റ് നമ്മൾ നോക്കിയാൽ ഡെൽസി റോഡ്രിഗസ് ആണ് 2026 ജനുവരി തൊട്ടിട്ട് നമ്മൾ ഈ പറയുന്ന ആ ഒരു സമയമൊക്കെ എന്താണ് ഡെൽസി റോഡ്രിഗസ് ആണ് ആക്ടിങ് പ്രസിഡന്റ്. പിന്നെയും ഒരുപാട് മാറ്റങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കറണ്ട് വെനസ്വേല പ്രസിഡന്റ് ആരാണെന്ന് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് മാത്രം നോക്കിയാൽ മതി. ന്യൂ അപ്പോയിന്റ്മെന്റ് പ്രോസസ് ഫോർ ഇന്ത്യസ് ഇലക്ഷൻ കമ്മീഷണേഴ്സ്. നമ്മുടെ ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷണറെ തിരഞ്ഞെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു പ്രോസസ്സിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ കൃത്യമായിട്ട് പറയുന്ന ഒരു ബോഡിയാണ് ഇലക്ഷൻ കമ്മീഷൻ. ആർട്ടിക്കിൾ 324 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പഠിക്കുന്നു. ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, ഭരണഘടന സ്ഥാപനമാണ്. അതിനർത്ഥം എന്താണ്? ഇന്ത്യൻ ഭരണഘടനയിൽ കൃത്യമായിട്ട് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടല്ലേ. For the first time, the appointment of Chief Election Commissioner will move beyond the traditional seniority based approach. പൊതുവെ നമ്മുടെ ഇന്ത്യയിൽ ഒരാളെ ഇലക്ഷൻ കമ്മീഷണറായിട്ട് നിയമിക്കപ്പെടുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് നിയമിക്കപ്പെടുന്നത് ആ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അംഗങ്ങളിൽ നിന്നും ഒരു സീനിയർ മോസ്റ്റ് ആൾ എന്ന രീതിയിലാണ് പൊതുവെ വരാറുള്ളത്. അല്ലാതെ വരാറുണ്ട്, അങ്ങനെ മാത്രമൊന്നുമല്ല. ആ ഒരു ട്രഡീഷണൽ അപ്രോച്ച് മാറിയിട്ട് നമ്മൾ എന്താണ് ചില കാര്യങ്ങളൊക്കെ അതിലേക്ക് കൊണ്ടുവരികയാണ്, ഒരു പാനലോ കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയാണ്. ആർട്ടിക്കിൾ 324 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്പെസിഫൈസ് ദാറ്റ് വൈൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് വിൽ ബി അപ്പോയിന്റഡ് ബൈ പ്രസിഡന്റ്. ആരാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് നിയമിക്കുന്നത്? ദിസ് ഈസ് സബ്ജക്ട് ടു പാർലമെന്ററി ലോ. അവിടെ എന്താണ് പാർലമെന്റ് കൃത്യമായുള്ള ലോയും കാര്യങ്ങളും, അങ്ങനെ ഒരു ലോ ഉണ്ടെങ്കിലും ആ ഒരു ലോ ഫോളോ ചെയ്തിട്ട് വേണം പ്രസിഡന്റ് നിയമിക്കേണ്ടതെന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് അല്ലേ. ഇൻ ആബ്സെൻസ് ഓഫ് സച്ച് ലോ എന്ന അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ഒരു ലോ ഇല്ല അല്ലേ. ദ പ്രസിഡന്റ് ഹാസ് ബീൻ മേക്കിംഗ് അപ്പോയിന്റ്മെന്റ് ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് എ പ്രൈം മിനിസ്റ്റർ. സോ ഭരണഘടനയിൽ എന്താണ് പറയുന്നത്? ഇന്ത്യയിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും പ്രസിഡന്റ് നിയമിക്കണം. അവിടെ പാർലമെന്റിന്റെ ലോ അനുസരിച്ചായിരിക്കണം പ്രസിഡന്റ് നിയമിക്കേണ്ടത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇന്ത്യയിൽ എന്താണ് ഈ പറയുന്ന ലോ അവിടെ ഇല്ല അല്ലേ. സോ ലോ ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ് അവിടെ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നിയമനങ്ങൾ ചെയ്യാണ്. ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ് അപ്പോയിന്റ്മെന്റ് കണ്ടീഷൻ ഓഫ് സർവീസ് ആൻഡ് ടേം ഓഫീസ് ആക്ട് 2023 ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് എ ന്യൂ മെക്കാനിസം ടു വൈഡൻ ദ സ്കോപ്പ് ഓഫ് സെലക്ഷൻ. സോ അവിടെ 2023 ഒരു ആക്ട് വന്നിട്ടുണ്ടായിരുന്നു, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ് അപ്പോയിന്റ്മെന്റ് കണ്ടീഷൻ ഓഫ് സർവീസ് ആൻഡ് ടേം ഓഫ് ഓഫീസ് ആക്ട് 2023. അതുമായിട്ട് വന്ന ചില മാറ്റങ്ങൾ 2025 ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇൻ 2023 ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഓഫ് സുപ്രീം കോർട്ട് അന്ന് അനൂപ് ബർണവാൽ വെസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇൻ അനൂപ് ബർണവാൽ കേസ് 2023 സുപ്രീം കോർട്ട് റൂൾ ദാറ്റ് ദ panel of Prime Minister, leader of opposition and Chief Justice of India would select Chief Election Commissioner and Election Commissioner until Parliament passes a law. ഈ പറയുന്ന പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കുന്നത് വരെ ഇതുപോലെ ഇലക്ഷൻ കമ്മീഷണറെയും ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും തിരഞ്ഞെടുക്കാൻ വേണ്ടി പാർലമെന്റ് ഒരു സെപ്പറേറ്റ് നിയമം പാസ്സാക്കുന്നത് വരെ അവിടെ പ്രധാനമന്ത്രി ഒറ്റയ്ക്ക് തീരുമാനമെടുത്താൽ പോരാ. പ്രധാനമന്ത്രിയും ലീഡർ ഓഫ് ഓപ്പോസിഷനും ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസും അടങ്ങിയൊരു പാനൽ ആയിരിക്കണം ഈ രീതിയിൽ ഇലക്ഷൻ കമ്മീഷണറും ചീഫ് ഇലക്ഷൻ കമ്മീഷനെ തെരഞ്ഞെടുക്കേണ്ടതെന്ന് പറഞ്ഞു അല്ലേ. ദിസ് 2023 ആക്ട് റീപ്ലേസസ് ദ ഇലക്ഷൻ കമ്മീഷൻ കണ്ടീഷൻ ഓഫ് സർവീസ് ഓഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് ട്രാൻസാക്ഷൻ ഓഫ് ബിസിനസ് ആക്ട് 1991 1991 ഉണ്ടായിരുന്ന ആ ഒരു ആക്ടിനെ റീപ്ലേസ് ചെയ്തു. ഇൻട്രൊഡ്യൂസിംഗ് സിഗ്നിഫിക്കന്റ് ചേഞ്ചസ് ടു എൻഹാൻസ് ഓട്ടോണോമി ആൻഡ് ഫംഗ്ഷനിങ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ആസ് പെർ ദ ന്യൂ ആക്ട് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് വിൽ ബി അപ്പോയിന്റഡ് ബൈ പ്രസിഡന്റ് അപ്പോൺ ദ റെക്കമെൻഡേഷൻ ഓഫ് സെലക്ഷൻ കമ്മിറ്റി. ഒരു സെലക്ഷൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കണം നിയമനം എന്ന് പറഞ്ഞു അല്ലേ. പുതിയ സെലക്ഷൻ കമ്മിറ്റി ഓക്കെ പുതിയ 2023 ആക്ടിനെയും കൂടെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കാര്യം വരുന്നത്. സോ പുതിയ സെലക്ഷൻ കമ്മിറ്റിയിൽ പ്രധാനമന്ത്രി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ലീഡർ ഓഫ് ഓപ്പോസിഷൻ അവിടെ ഉണ്ടായിരിക്കണം. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് പകരം എന്താണ് ആ സെലക്ഷൻ കമ്മിറ്റിക്ക് ശേഷം പിന്നെയും കാര്യങ്ങൾ പോവുക. ഓക്കെ യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ ഉണ്ടാവണം. അത് പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന ഒരു യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരിക്കണം. ഓക്കെ റെക്കമെൻഡേഷൻ ഓഫ് ദ സെലക്ഷൻ കമ്മിറ്റി വിൽ ബി വാലിഡ് ഈവൻ വെൻ ദർ ഈസ് എ വാക്കൻസി ഇൻ കമ്മിറ്റി. ഓക്കെ അതൊക്കെ കൂടെ ഒന്ന് ഓർത്ത് വെച്ചാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. അതുകൂടെ സെലക്ഷൻ കമ്മിറ്റി കൂടാതെ എന്താണ് അവിടെ ഒരു സെർച്ച് കമ്മിറ്റി ഉണ്ട് ലെഡ് ബൈ ദ ലോ മിനിസ്റ്റർ ആൻഡ് കംപ്രൈസിംഗ് 2 other members are not below the rank of secretary to the government of India. ഷോർട്ട് ലിസ്റ്റ് 5 candidates. അവിടെ ഒരു സെർച്ച് കമ്മിറ്റി ഉണ്ടല്ലോ, ആദ്യം സെർച്ച് കമ്മിറ്റി കാര്യങ്ങളൊക്കെ പഠിക്കും. ഓക്കെ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി ടേം ഓഫ് അപ്പോയിന്റ്മെന്റ് റീഅപ്പോയിന്റ്മെന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെമ്പേഴ്സ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ വിത്ത് ഹോൾഡ് 6 years or until they attain age of 65 years whichever is
ഏർലിയർ 6 വർഷം അല്ലെങ്കിൽ അവർ 65 വയസ്സ് പൂർത്തിയാകുന്നത് വരെയാണ് ആ ഒരു നിയമനം വരുന്നത് അല്ലെ. ഇവരെ റീ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല, പറ്റത്തില്ല. മെമ്പേഴ്സ് ഓഫ് ദ കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട അംഗങ്ങൾ റീ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം എലിജിബിൾ അല്ല. If an election commission is appointed as a election commission is appointed as chief election commissioner, the overall period of the term may not be more than 6 years. അത് ഒരു ഇലക്ഷൻ കമ്മീഷണർ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് നിയമിക്കപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ടെന്യൂർ 6 വർഷം, നേരത്തെ പറഞ്ഞല്ലോ 6 വർഷത്തിന് മേലെ പോകാൻ വേണ്ടി പാടില്ല. സാലറിയും പെൻഷനും നമ്മൾ എന്താണ്, ക്യാബിനറ്റ് സെക്രട്ടറി ഇക്വാളിനായുള്ള സാലറിയും പെൻഷനാണ് വരുന്നത്. ദ സാലറി അലവൻസ് ആൻഡ് അതർ കണ്ടീഷൻ ഓഫ് സർവീസ് ഓഫ് ദ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ആൻഡ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് will be equivalent to that of the cabinet secretary. Under the 1991 Act, it was equivalent to the salary of Supreme Court judge. 1991 Act പ്രകാരം സുപ്രീം കോടതി ജഡ്ജിന്റെ ആ ഒരു ഈക്വൽഡ് ആയിരുന്നു. അത് പിന്നീട് ക്യാബിനറ്റ് സെക്രട്ടറി എന്ന രീതിയിൽ മാറി. റിമൂവൽ, ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മേ ബി റിമൂവ്ഡ് ഇൻ ദ സെയിം മാനർ ആൻഡ് ഓൺ ദ സെയിം ഗ്രൗണ്ട് ഓഫ് സുപ്രീം കോടതി ജഡ്ജ്. ഒരു സുപ്രീം കോടതി ജഡ്ജിനെ പുറത്താക്കാൻ വേണ്ടി എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും, ആ രീതിയിൽ തന്നെ നമുക്ക് എന്താണ് ചീഫ് ഇലക്ഷൻ കമ്മീഷനെ റിമൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി ഇലക്ഷൻ കമ്മീഷണേഴ്സ് റിമൂവ് ചെയ്യപ്പെടണമെങ്കിൽ ഇത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്. ബഹദൂർ സിംഗ് സാഗു എലക്ടഡ് ആസ് AFI പ്രസിഡന്റ്. എന്താണ് കാര്യം, അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായിട്ട് റീസെന്റ് ആയിട്ട് മുൻ ഷോട്ട് പുട്ട് താരമായിട്ടുള്ള ബഹദൂർ സിംഗ് സാഗു തെരഞ്ഞെടുക്കപ്പെട്ടു അല്ലെ. എ 2-time ഒളിമ്പ്യൻ ഇൻ ദി ഷോട്ട് പുട്ട്, ബഹദൂർ സിംഗ് സാഗു വാസ് എലക്ടഡ് അൺഓപ്പോസ്ഡ്. അവിടെ എന്താണ്, ഏകപക്ഷീയമായിട്ട് ഐക്യകണ്ഠേന തെരഞ്ഞെടുക്കപ്പെട്ടു അല്ലെ. ഓൾറെഡി ഉണ്ടായിരുന്ന ആദിലി സുമരിവാല, അത് പരീക്ഷയ്ക്ക് വന്ന പേരാണ്, ആദിലി സുമരിവാല വാസ് പ്രസിഡന്റ് ഓഫ് 3 consecutive terms. തുടർച്ചയായുള്ള 3 വട്ടം ഇദ്ദേഹമായിരുന്നു AFIയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നത്. സോ ആ രീതിയിലെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. 2006 പത്മശ്രീ നൽകി നമ്മുടെ രാജ്യം ആദരിക്കുകയും അതുപോലെ തന്നെ എന്താണ് 2000 സിഡ്നി ഒളിമ്പിക്സിലും 2004 ഏതൻസ് ഒളിമ്പിക്സിലും നമ്മുടെ രാജ്യത്തെ റെപ്രസെന്റ് ചെയ്ത് പങ്കെടുക്കുകയും ചെയ്ത വ്യക്തിയാണ് ബഹദൂർ സിംഗ് സാഗു. അദ്ദേഹത്തിന്റെ പേര് നമ്മൾ ആ രീതിയിലൊന്ന് ഓർത്തു വയ്ക്കണം. വി നാരായണൻ ടേക്സ് ഓവർ ആസ് ISRO ചീഫ് ആൻഡ് സ്പേസ് സെക്രട്ടറി. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, നിയമനങ്ങളിൽ കറന്റ് ഞാൻ ഇപ്പോഴുള്ള ലേറ്റസ്റ്റ് കാര്യങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുള്ളൂ. നിങ്ങളിത് കേൾക്കുന്ന സമയത്ത് എപ്പോൾ ആയിക്കഴിഞ്ഞാലും ഒന്നുകൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ആ ഒരു സ്വഭാവം നിങ്ങൾ എൻ്റെ ക്ലാസ്സിൽ ആരുടെ ക്ലാസ് ആയി കഴിഞ്ഞാലും ആ സ്വഭാവം നിങ്ങളൊന്ന് ശീലമാക്കിയെടുത്താൽ പരമാവധി എറേഴ്സ് കൊടുക്കാം. നമ്മൾ ഈ പറയുന്നതിൽ ചിലപ്പം 1-2 ദിവസം ഗ്യാപ്പ് മതി ഒരു ഫാക്ട് മാറാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആ രീതിയിൽ മാറ്റങ്ങൾ വന്നാൽ വെറുതെ തെറ്റു പഠിക്കരുത്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് എന്തായാലും പഠിക്കുക, കേൾക്കുകയാണ്, ക്ലാസ് കേൾക്കുന്ന കൂടെ എന്താണ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം, അത്രയും ചെയ്യേണ്ടത് നിങ്ങൾ. അല്ലെങ്കിൽ എന്താണ് അവിടെ എഴുതി വെച്ചിട്ട് ലാസ്റ്റ് എല്ലാം എഴുതി വെച്ചിട്ട് എന്താണ് അവിടെ സെർച്ച് ചെയ്തിട്ട് അപ്പോൾ വെട്ടി മാറ്റുമ്പോൾ ഒരു സുഖം ഉണ്ടാവും അല്ലേ. അങ്ങനെ ചെയ്താലും മതി. ഡോക്ടർ വി നാരായണൻ വിൽ സക്സീഡ് എന്ന് കരുതി എല്ലാം തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. എസ് സോമനാഥനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ISRO ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ചെയർമാൻ ആൻഡ് സെക്രട്ടറി ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് ആയിട്ടും വന്നിട്ടുണ്ട്. സോ ഒരു നിയമനമൊക്കെ നടത്തിയിട്ടുണ്ട്, നടപ്പിലാക്കിയിട്ടുണ്ട്. ഇദ്ദേഹം ഓൾറെഡി ചന്ദ്രയാൻ 4, ഗഗനിയാന, ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ISRO മിഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന വ്യക്തിയാണ്. തുഹിൻ കാണ്ട പാണ്ഡെ അപ്പോയിന്റ് ആസ് 11th സെബി ചെയർപേഴ്സൺ. ഞാനിവിടെ 11th എന്നൊക്കെ പറയുന്ന സമയത്ത് കുറെ കൂടെ നമുക്ക് എന്താണ് ഔഥന്റിക് ആയിട്ടുള്ള ഡാറ്റയാണ് അല്ലെ. 11th ചെയർപേഴ്സൺ ആയിട്ട് വേറെ ആരും വരില്ല. 11th ചെയർപേഴ്സൺ ആയിട്ട് സെബിയിൽ ഒരാളേ ഉള്ളൂ, തുഹിൻ കാണ്ട പാണ്ഡെയാണ്. കറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് മാറ്റങ്ങൾക്ക് വിധേയമാണ് അല്ലെ. സോ 11th സെബി ചെയർപേഴ്സൺ, സെബി എന്ന് പറയുമ്പോൾ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. നമ്മുടെ ഇന്ത്യയിലെ സെക്കൻഡറി മാർക്കറ്റിൽ വരുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്ന കൺട്രോൾ ചെയ്യുന്ന ബോഡിയാണ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സോ ഈ ഒരു സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ 11ാമത്തെ ചെയർപേഴ്സണായിട്ട് തുഹിൻ കാണ്ട പാണ്ഡെ നിയമിക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ നോർത്ത് വെച്ചാൽ മതി. നിയമനം വരുന്നത് 3 വർഷത്തേക്കാണ്. അത് 2025 തൊട്ട് 2028 വരെ ഇദ്ദേഹമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഫ്രെഡറിച്ച് മെർസ് അസൻസ് ആസ് ജർമ്മനീസ് ന്യൂ ചാൻസലർ. ജർമ്മനിയുടെ ചാൻസലറും ഇടയ്ക്കിടയ്ക്ക് മാറി വരാറുണ്ട്. ഓളാഫ് സ്കോൾസ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്തും പരീക്ഷയ്ക്ക് സ്ഥിരം ചോദ്യങ്ങൾ വരാറുണ്ട് അല്ലെ. ഫ്രെഡറിക് മെർസ്, ലീഡർ ഓഫ് ജർമ്മനീസ് കൺസർവേറ്റീവ് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ CDU എന്ന് പറയും, is set to take the reins of the country's government following the national election that saw his party secure the largest share of the vote at the exit polls. ഓൾറെഡി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു, അതാണ് ഉദ്ദേശിച്ചത്. ഓൾസ് കോൾസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ നിയമനം വന്നത്. അജയ് സേത്ത് അപ്പോയിന്റ് ആസ് ഇന്ത്യസ് ന്യൂ ഫൈനാൻസ് സെക്രട്ടറി. ഇന്ത്യയുടെ പുതിയ ഫൈനാൻസ് സെക്രട്ടറി ആയിട്ട് നിയമിക്കപ്പെട്ട വ്യക്തിയാണ് അജയ് സേത്ത് ആണ് അല്ലെ. സീനിയർ ബ്യൂറോക്രാറ്റ് അജയ് സേത്ത് ഹാസ് ബീൻ ഡെസിഗ്നേറ്റഡ് ആസ് എ ന്യൂ ഫൈനാൻസ് സെക്രട്ടറി. ഇന്ത്യയുടെ പുതിയ ഫൈനാൻസ് സെക്രട്ടറി ആയിട്ട് ഇദ്ദേഹം വന്നു. ഹി വാസ് പ്രീവിയസ്ലി സെർവിംഗ് ആസ് സെക്രട്ടറി ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ്. മുൻപ് സെക്രട്ടറി ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് ആയിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ്. വെർ ഹി പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഷേപ്പിംഗ് നാഷൻസ് എക്കണോമിക് പോളിസീസ്. ഓക്കെ, അതുപോലെ ഓൾറെഡി തുഹിൻ കാണ്ട പാണ്ഡ്യ ആയിരുന്നു മുൻപ് നമ്മുടെ ഫൈനാൻസ് സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം സെബിയുടെ തലപ്പത്തേക്ക് പോയ കാര്യം നമ്മൾ മുന്നേ പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ അജയ് സേത്ത് അവിടെ നിയമിതനായിട്ടുണ്ട്.
അജയ് സേത്ത് ടേക്ക് അഡീഷണൽ ചാർജസ് റവന്യൂ സെക്രട്ടറി അഡീഷണൽ ചാർജ് അതും മാറിയാണ്. കറന്റ് അരവിന്ദ് ശ്രീവാസ്തവയാണ്. പക്ഷെ നമ്മൾ ആ കറണ്ട് അഫയറിൽ പറഞ്ഞ കാര്യം ഞാൻ അപ്ഡേറ്റ് ചെയ്ത് പറയാണ്. എക്കണോമിക് അഫയേഴ്സ് സെക്രട്ടറി ആയിരുന്ന അജയ് സേത്ത് എന്താണ് ഇത്തരത്തില് റവന്യൂ സെക്രട്ടറി അഡീഷണൽ ചാർജ് വന്നു. പക്ഷേ കറന്റ് എന്താണ് അരവിന്ദ് ശ്രീവാസ്തവ. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നമ്മൾ സ്ലൈഡിലെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സോ നിങ്ങൾ കൂടെ എന്താണ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞത് ചിലപ്പം നിയമനങ്ങളാണ്, എപ്പോൾ വേണമെങ്കിലും മാറി വരാം അല്ലേ. ഓക്കെ. യമൻറ്റു ഓർസി സോണിനസ് ഉറുഗ്വേസ് പ്രസിഡന്റ്. ഉറുഗ്വേയുടെ പ്രസിഡന്റായിട്ട് 2025 നിയമിതനായിട്ടുള്ള വ്യക്തിയാണ് യമന്തു ഒറിസി. യമന്തു ഒറിസി വാസ് സോൺ ഇൻ ആസ് എ ഉറുഗ്വേസ് പ്രസിഡന്റ് ആണ് March 1, 2025. ഇദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പാർട്ടിയൊക്കെ ഏതൊക്കെയാണെന്ന് ചോദ്യം വരാം. സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലൊക്കെ ചോദ്യങ്ങൾ വരും, ചോദ്യം ഉണ്ടാവാം. ബ്രോഡ് ഫ്രണ്ട് കൊയിലേഷൻ ആണ്. ഓക്കെ. അദ്ദേഹമാണ് നിയമിക്കപ്പെട്ടത്. കോൺസ്റ്റന്റൈൻ ടൊസാലസ് എലക്ടഡ് ആസ് ഗ്രീസ് ന്യൂ പ്രസിഡന്റ്. ഗ്രീസ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രസിഡന്റായിട്ട് അവിടുത്തെ മുൻ സ്പീക്കറായിരുന്ന കോൺസ്റ്റന്റൈൻ ടൊസാലസ് നിയമിക്കപ്പെട്ടു. ഗ്രീസ് പാർലമെന്റ് എലക്ടഡ് ഇറ്റ്സ് ഫോമർ സ്പീക്കർ കോൺസ്റ്റന്റൈൻ ടൊസാലസ് ആസ് കൺട്രീസ് പ്രസിഡന്റ്. ഓൾറെഡി ഉണ്ടായിരുന്ന കാത്തറീന സെക്കലോപൊലൂവിനെ റീപ്ലേസ് ചെയ്യുന്നത്, അത് പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. കാത്തറീന സെക്കലരോ പൗലൂനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അവരെ ഗ്രീസിന്റെ ഫസ്റ്റ് ഫീമെയിൽ പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഗ്രീസിന്റെ ഫസ്റ്റ് ഫീമെയിൽ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ 5 വർഷത്തെ ടെന്യൂർ അവസാനിച്ച സാഹചര്യത്തിലാണ് കോൺസ്റ്റന്റൈൻ ടൊസാലസ് എന്താണ് ഗ്രീസിന്റെ പുതിയ പ്രസിഡന്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പ്രൈം മിനിസ്റ്റർ പേരൊന്ന് ക്രോസ് ചെക്ക് ചെയ്തോ. ഞാൻ എപ്പോഴും ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യും. ഒരിക്കലും നിങ്ങളോടൊന്നാണ് ഞാൻ പറയുന്ന കാര്യം അതുപോലെ അങ്ങ് എഴുതി വെച്ചൊന്നും പറയില്ല. ഓക്കെ. ആ ഒരു പേര് കൂടെ ഒന്ന് ഓർത്തു വയ്ക്കാം. ജ്ഞാനേഷ് കുമാർ അപ്പോണ്ടസ് ഇന്ത്യസ് ന്യൂ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഇതും 2025 വന്ന നിയമനമാണ്. രാജീവ് കുമാർ, അന്നുണ്ടായിരുന്ന രാജീവ് കുമാറിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ജ്ഞാനേഷ് കുമാർ അധികാരത്തിലേക്ക് വന്നത്. ഇലക്ഷൻ കമ്മീഷണറായിട്ട് സുഖ്ബീർ സിംഗ് സന്ധു, അതുപോലെ വിവേക് ജോഷിയും. ഓക്കെ, അതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. ദ സെൻട്രൽ ഗവൺമെന്റ് അനൗൺസ്ഡ് ദ അപ്പോയിന്റ്മെന്റ് ഓഫ് ജ്ഞാനേഷ് കുമാർ ആസ് എ ന്യൂ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. നമ്മുടെ ഇന്ത്യയുടെ പുതിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് ആര് വന്നു? ജ്ഞാനേഷ് കുമാർ വന്നു അല്ലേ. ഓൾറെഡി ഉണ്ടായിരുന്ന രാജീവ് കുമാറിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു നിയമനം വന്നത്. 1988 IAS ഓഫീസറാണ്, കേരള കാഡറുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസറാണ്. പിന്നെ സുഖ്ബീർ സിംഗ് സന്ധുവും അതുപോലെ വിവേക് ജോഷിയും എന്താണ് അവിടെ മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആയിട്ട് ഉള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. PM മോദി, ദ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഇൻ ലോക്സഭ രാഹുൽ ഗാന്ധി ആൻഡ് യൂണിയൻ ഹോം മിനിസ്റ്റർ അമിത് ഷാ നോമിനേറ്റഡ് ബൈ പ്രൈം മിനിസ്റ്റർ അറ്റൻഡഡ് ദ സെലക്ഷൻ കമ്മിറ്റി മീറ്റിംഗ്. ഈ ഒരു സെലക്ഷൻ കമ്മിറ്റി മീറ്റിംഗിൽ 4 പേരാണുള്ളത് അല്ലേ. 3 പേരാണുള്ളത്. ഒന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, 2 ലീഡർ ഓഫ് ഓപ്പോസിഷൻ ലോക്സഭയിലെ രാഹുൽ ഗാന്ധി, പിന്നെ ഒരു പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞു. അതാരായിരുന്നു? യൂണിയൻ ഹോം മിനിസ്റ്റർ അമിത് ഷാ. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞിട്ടേ ഉള്ളൂ. ഞാനിവിടെ ഒന്നുകൂടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ദിസ് ഇസ് ദ ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് ഓഫ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അണ്ടർ ദ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ആൻഡ് അതർ ഇലക്ഷൻ കമ്മീഷൻ ആക്ട് 2023. അതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന പുതിയ നിയമനം കൂടിയാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. അതുപോലെ ഇലക്ഷൻ കമ്മീഷണർ ഒരു ചീഫ് ഇലക്ഷൻ മൾട്ടി മെമ്പർ ബോഡിയാണ്. ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും അവിടെ വരുമായി അവിടെ നിയമനം അവിടെ വരുന്നുണ്ട് അല്ലേ. രേഖ ഗുപ്ത സോണിനസ് ഡൽഹിസ് ന്യൂ ചീഫ് മിനിസ്റ്റർ. ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി. ഇതൊക്കെ പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദ്യങ്ങൾ വന്നു അല്ലേ. 4ാമത്തെ വനിതയാണ് ഡൽഹിയുടെ മുഖ്യമന്ത്രിയാവുന്ന. ഡൽഹി എന്ന് പറഞ്ഞ യൂണിയൻ ടെറിട്ടറിയുടെ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുന്ന 4ാമത്തെ വനിതയാണ് രേഖ ശർമ്മ. BJPയുടെ വക്താവാണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. ഭാരതീയ ജനതാ പാർട്ടി ലീഡർ രേഖ ഗുപ്ത വാസ് സോൺ ഇൻ ആസ് എ ഡൽഹിയസ് ചീഫ് മിനിസ്റ്റർ. ഡൽഹിയുടെ മുഖ്യമന്ത്രിയായിട്ട് വന്നു അല്ലേ. ലഫ്റ്റനന്റ് ഗവർണർ അന്നത്തെ ഒരു ഡൽഹിയുടെ ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്ന വിനയ് കുമാർ സക്സേന അഥവാ VK സക്സേനയാണ് ഔത്തും കാര്യങ്ങളൊക്കെ അഡ്മിനിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി സുഷമ സ്വരാജ് ഡൽഹിയുടെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയായിരുന്നു. ഷീല ദീക്ഷിത് ഡൽഹിയുടെ 2ാമത്തെ വനിതാ മുഖ്യമന്ത്രിയായിരുന്നു. അതിഷി മർലേന ഡൽഹിയുടെ 3ാമത്തെ വനിതാ മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷെ അധികകാലം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഷാലിമാർ ബാഗ് കോൺസ്റ്റിറ്റ്യുവൻസി എന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. എന്തുകൊണ്ട് കോൺസ്റ്റിറ്റ്യുവൻസി ചോദിച്ചെന്ന് പറഞ്ഞാൽ NTPC പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. ഏത് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നാണ് രേഖ ശർമ്മ തെരഞ്ഞെടുക്കപ്പെട്ടതെന്ന് ചോദിച്ചത് ഷാലിമാർ ബാഗ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നാണ്. അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഇതും ഇപ്പൊ മാറിയ ഫാക്ടറാണ്. ഇലക്ഷനൊക്കെ ശേഷം മമതാ ബാനർജി ഇസ് ഓൺലി അതർ വുമൺ ചീഫ് മിനിസ്റ്റർ ഇൻ ദി കൺട്രി എന്ന് പറയുന്നത് തെറ്റാണ്. മമതാ ബാനർജി ഒന്നും കറന്റ് എന്താണ് മുഖ്യമന്ത്രിയായിട്ടില്ല. വെസ്റ്റ് ബംഗാളിന്റെ സുവേന്ദു അധികാരിയൊക്കെ വന്ന കാര്യമൊക്കെ നമുക്കറിയില്ലേ. സോ ഒരു മാറ്റങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ട് പറയുന്നുണ്ട്. എൻ്റെ ഓർമ്മയുള്ള മാറ്റങ്ങൾ പറയുന്നുണ്ട്. ഇനി നിങ്ങൾ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാൽ മതി. തുളസി ഗബാഡ് ഫസ്റ്റ് ഹിന്ദു ടു ഹെഡ് US ഇന്റലിജൻസ്. ഇങ്ങനെ ഫസ്റ്റ് എന്ന് പറയുന്ന കാര്യം ഒരിക്കലും മാറാൻ വേണ്ടി പോകുന്നില്ല. കാരണം നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ്, അതിപ്പം എത്ര പ്രസിഡന്റ് വന്നു കഴിഞ്ഞാലും ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്താണ്? ആദ്യത്തെ പ്രസിഡന്റ് തന്നെയാണ്. അതിൽ ഒരു രീതിയിൽ മാറ്റം വരില്ല. നേരെ മറിച്ച് ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞാൽ അതിൽ മാറ്റം വരാം. അതിലും പ്രായം കുറഞ്ഞ ഒരാൾ വന്ന മാറ്റം വരാം അല്ലേ. എന്നാൽ ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ്, ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ്, ഇതിലൊന്നും ഒരിക്കലും മാറ്റം വരില്ല. അതുപോലെ ഫസ്റ്റ് ഹിന്ദു ടു ഹെഡ് US ഇന്റലിജൻസ് ആരാണ്? തുളസി ഗബാഡ് ആണ്. തുളസി ഗബാഡ് വാസ് സോൺ ഇൻ ആസ് US ഡയറക്ടർ ഓഫ് നാഷണൽ ഇന്റലിജൻസ് ഫോളോയിങ് എ
നാരോ സെനറ്റ് വോട്ട് വിക്ടർ. സോ അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇത്തരത്തിൽ വരുന്ന മറ്റു രാജ്യങ്ങളുടെ തലപ്പത്തേക്ക് വരുന്ന ആളുകൾ. നോക്കിയ നെയിംസ് ഇന്റൽസ് AI ചീഫ് ഹൗട്ടാർഡ് ആസ് എ ന്യൂ CEO. അപ്പൊ നിങ്ങൾ വിചാരിക്കും നോക്കിയുടെ മൊബൈലൊക്കെ ഉണ്ടോ? ആക്ച്വലി ഈ നോക്കിയ എന്ന് പറയുന്ന മൊബൈൽ കമ്പനി മാത്രമല്ല, നിങ്ങളുടെ ടവേഴ്സ് ഒക്കെ ഇല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടെ സർവീസ് കൂടെ നോക്കിയ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ രാജ്യത്തുള്ള പല ടവേഴ്സുമായിട്ട് അതിന്റെ കാലിബ്രേഷൻ പല കാര്യങ്ങളും മെറ്റീരിയലൊക്കെ നോക്കിയ തന്നെയാണ് ചെയ്യുന്നത്. നോക്കിയ എന്ന് പറയുന്ന മൊബൈൽ ബ്രാൻഡ് മാത്രമല്ല, അവരുടെ സബ്ബാണ് മൊബൈൽ ബ്രാൻഡ്. അല്ലാതെയുള്ള കാര്യങ്ങളുണ്ട്. സോ നോക്കിയ സ്റ്റിൽ ഇന്ത്യൻ മാർക്കറ്റിൽ എക്സിസ്റ്റിംഗ് ആണ്. നോക്കിയയുടെ തലപ്പത്തേക്ക് റീസെന്റ് ആയിട്ട് ആരെ നിയമിച്ചു? ജസ്റ്റിൻ ഹൗട്ടാർഡിനെ നിയമിച്ചു അല്ലേ? നോക്കിയ ഹാസ് അനൗൺസ്ഡ് ദാറ്റ് Justin Hotard, currently the Executive Vice President and General Manager of Intel's Data Center AI Group, will become the company's new CEO, Chief Executive Officer ആയിട്ട് വരുമെന്ന് പറഞ്ഞു. വന്നിട്ടുണ്ട് ഓൾറെഡി. പെക്ക ലുണ്ട്മാർക്കിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു നിയമനം സംഭവിച്ചത്. ബാർഡി വിവർ സോണിൻ ആസ് ബെൽജിയംസ് ന്യൂ പ്രൈം മിനിസ്റ്റർ. ബെൽജിയത്തിന്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് ആര് വന്നു? ബാർഡി വീവർ വന്നു അല്ലെ? ബെൽജിയം സോ എ സിഗ്നിഫിക്കന്റ് പൊളിറ്റിക്കൽ ഷിഫ്റ്റ് ആസ് ബാർഡി വീവർ, ലീഡർ ഓഫ് ദ ന്യൂ ഫ്ലെമിഷ് അലയൻസ്, was sworn in as a country's new prime minister. കൺട്രിയുടെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് വന്നു. ദിസ് മാർക്സ് എ ഫസ്റ്റ് ടൈം എ ഫ്ലെമിഷ് നാഷണലിസ്റ്റ് ഹാസ് അസെൻഡഡ് ടു ദ ഹയസ്റ്റ് ഓഫീസ് ഇൻ ബെൽജിയം. ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ എന്താണ് ഒരു ഫ്ലെമിഷ് നാഷണലിസ്റ്റ് ഈ പറയുന്ന ബെൽജിയത്തിന്റെ തലപ്പത്തേക്ക് വരുന്നത് അല്ലെ? ഇതുപോലെ തലപ്പത്തേക്ക് പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരുന്നത് ബാർഡി വീവറിന്റെ പേരെന്ന് ഓർത്തു വെച്ചാൽ മതി. അജി ഭാദു അപ്പോണ്ട് CF ഗവൺമെന്റ് ഈ മാർക്കറ്റ് പ്ലേസ്. ഗവൺമെന്റ് ഈ മാർക്കറ്റ് പ്ലേസ് അഥവാ ജെം എന്നൊക്കെ നമ്മൾ പറയും. അതിന്റെ തലപ്പത്തേക്ക് 2025 മാർച്ച് മാസം, ഞാൻ എടുത്തു പറയാണ്, അപ്പോയിന്റ്മെന്റ് ചെയ്ത ഡേറ്റ് അടക്കം പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ അങ്ങനെ മാർച്ച് 2025 എന്നൊക്കെ പറഞ്ഞു തന്നെ ചോദിക്കും. ദ യൂണിയൻ ഗവൺമെന്റ് ഹാസ് അപ്പോയിന്റഡ് അഡീഷണൽ സെക്രട്ടറി ഇൻ ദ ഗവൺമെന്റ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് അജയ് ബാദു ആസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CEO ഓഫ് ഗവൺമെന്റ് ഈ മാർക്കറ്റ് പ്ലേസ് ജെം എന്ന് പറയും, വിത്ത് എഫക്ട് ഫ്രം March 3, 2025. GEM platform is India's largest e-marketplace for ഗവൺമെന്റ് പ്രൊക്യൂർമെന്റ്. ഗവൺമെന്റ് പ്രൊക്യൂർമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഈ മാർക്കറ്റ് പ്ലേസ് കൂടിയാണ് ജെം. ഓക്കെ, അതൊക്കെ കൂടെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ബാക്കിയുള്ള ഡാറ്റാസ് നിങ്ങൾ നോക്കണം. നിങ്ങൾ മെയിൻ ആയിട്ട് അവർ നിയമനം പേരും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇയർ എൻഡറിൽ നോക്കണ്ടോ. ഡീറ്റെയിൽ ആയുള്ള കാര്യമൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലുള്ള കാര്യമൊക്കെ നമ്മൾ അങ്ങ് പറയും. അഞ്ജു രഥി റാണ അപ്പോയിന്റ് ആസ് എ ഫസ്റ്റ് വുമൺ ലോ സെക്രട്ടറി. ഇതും പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ് അല്ലേ? സോ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ലോ സെക്രട്ടറി ആയിട്ട് നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? അഞ്ജു രഥി റാണ. ഇതുവരെ ഒരു വനിത പോലും ഇന്ത്യയുടെ ലോ സെക്രട്ടറി ആയിട്ട് വന്നിട്ടില്ല. സോ ലോ സെക്രട്ടറി ആയിട്ട് വന്ന ആദ്യ വനിത ആരാണ്? അഞ്ജു രഥി റാണയാണ്. ഇന്ത്യ ഹാസ് റീച്ച്ഡ് എ സിഗ്നിഫിക്കന്റ് മൈൽസ്റ്റോൺ ഇൻ ഇറ്റ്സ് ലീഗൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഹിസ്റ്ററി വിത്ത് ദ അപ്പോയിന്റ്മെന്റ് ഓഫ് അഞ്ജു രഥി റാണ ആസ് ദ കൺട്രീസ് ഫസ്റ്റ് വുമൺ ലോ സെക്രട്ടറി. ഇതൊന്നും ഞാൻ ക്രോസ് ചെക്ക് ചെയ്യാൻ പറയില്ല. കാരണം ഫസ്റ്റ് വുമൺ ലോ സെക്രട്ടറി എന്ന് പറഞ്ഞ പദവി ഒരാൾക്ക് മാത്രമേ കിട്ടൂ, എല്ലാവർക്കും കിട്ടില്ല. ഇനി എത്ര വുമൺ ലോ സെക്രട്ടറി വന്നാലും, കറന്റ് ആള് മാറി വന്നാലും, ഫസ്റ്റ് വുമൺ ലോ സെക്രട്ടറി എന്ന് പറഞ്ഞ ഫാക്ടിന് ഒരൊറ്റ ഉത്തരേ ഉണ്ടോ. നേരെ മറിച്ച് ഇന്ത്യയുടെ കറണ്ട് വുമൺ ലോ സെക്രട്ടറി ആണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ കറണ്ട് ലോ സെക്രട്ടറി ആണ് അഞ്ജു രഥി റാണ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യണം. അത് നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് മാത്രമേ എഴുതുക. പക്ഷേ ഫസ്റ്റ് വുമൺ ലോ സെക്രട്ടറി എന്ന് പറഞ്ഞ ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഈ ഒരു അപ്പോയിന്റ്മെന്റ് മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് ആണ് നടപ്പിലാക്കുന്നത്. രാജീവ് ശുക്ല റീപ്ലേസസ് ജയ് ഷാ ഇൻ ACC ലീഡർഷിപ്പ്. ജയ് ഷാ അമിത്ഷായുടെ മകനാണ് അല്ലേ? അദ്ദേഹം ACCയുടെ തലപ്പത്തുണ്ടായിരുന്ന ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ തലപ്പത്തുണ്ടായിരുന്ന വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം ICCയുടെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സൺ ആയിട്ട് മാറിപ്പോയ സമയത്താണ് രാജീവ് ശുക്ല എന്താണ് ഒഴിഞ്ഞു കിടന്ന ACC തലപ്പത്തേക്ക് നിയമിതരായത്. ദ ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഓഫ് ഇന്ത്യ BCCI announced the appointment of Rajiv Shukla and Ashish Shelar to prominent position with ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ACCയുടെ തലപ്പത്തേക്ക് വന്നു അല്ലേ? ആശിഷ് ഷെലാർ എന്താണ്? ഫോമർ ട്രഷറർ ഓഫ് BCC ആണ്. അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. അതുപോലെ BCCയുടെ സെക്രട്ടറി ആയിട്ട് ദേജിത്ത് സൈക്കിയം നിയമിക്കപ്പെട്ടിട്ടുണ്ട്. മാർക്ക് കാർണി അപ്പോയിന്റ് കാനഡാസ് ന്യൂ പ്രൈം മിനിസ്റ്റർ. കാനഡയുടെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ ജസ്റ്റിൻ ട്രൂഡോയുടെ പേരൊക്കെയാണ് നമുക്ക് സ്ഥിരമായിട്ട് ഓർമ്മയുണ്ടാവും അല്ലേ? സോ ജസ്റ്റിൻ ട്രൂഡോ 2025 ജനുവരി മാസം റിസൈൻ ചെയ്തതിന് ശേഷം കാര്യമുള്ള മാറ്റം തന്നെ അവരുടെ പൊളിറ്റിക്കൽ ലെവലിൽ വന്നിട്ടുണ്ട്. കനേഡിയൻ പ്രൈം മിനിസ്റ്റർ മാർക്ക് കാർണി അനൗൺസ്ഡ് എ മേജർ ക്യാബിനറ്റ് ഷേക്കപ്പ് ഇൻക്ലൂഡിംഗ് നെയിമിംഗ് ഇന്ത്യൻ ഒറിജിൻ അനിത ആനന്ദ്. അവരുടെ ഒരു ക്യാബിനറ്റിലേക്ക് അനിത ആനന്ദ്, ഇന്ത്യൻ ഒറിജിനായുള്ള അനിത ആനന്ദ് ഒക്കെ വന്നു. സോ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഫോറിൻ മിനിസ്റ്റർ എന്ന രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ കാനഡയിലെ ലിബറൽ പാർട്ടിയുടെ വക്താവ് കൂടിയാണ് മാർക്ക് കാർണി. ജസ്റ്റിൻ ട്രൂഡോ ഒഴിഞ്ഞ ആ ഒരു വേക്കൻസിയിലേക്ക് വന്നു. സ്റ്റുവർട്ട് യങ് സോണിൻ ആസ് പ്രൈം മിനിസ്റ്റർ ഓഫ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ. ഇത് നമ്മൾ പഠിക്കുന്ന സമയത്ത് 2025 ഈ പറയുന്ന ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ പ്രൈം മിനിസ്റ്റർ എന്ന രീതിയിൽ സ്റ്റുവർട്ട് യങ്ങിന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? പക്ഷെ അത് മാറി. പക്ഷെ നമുക്കത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഫോർച്യുനേറ്റ്ലി. ഓക്കെ, കമല പെർസാദ് വിസെറാറാണ് 2025 മെയ് 1 തൊട്ടിട്ട് ഈ ഒരു നിയമനത്തിൽ
വരുന്നത്. ഇനി 2026 മാറ്റമുണ്ടോ നിങ്ങൾ എന്താണ് ക്രോസ് ചെക്ക് ചെയ്യാം. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ക്രോസ് ചെക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. സോ എല്ലാം നിങ്ങൾ എന്താണ് ഒന്ന് ക്രോസ് ചെയ്ത് മാത്രം പോവുക. കാരണം കറണ്ട് അഫയേഴ്സ് ആണ്, എപ്പോൾ വേണമെങ്കിലും മാറ്റം വരാം. ഇയർ എൻഡർ ഞാൻ എപ്പോൾ പഠിപ്പിക്കുമ്പോഴുള്ള പ്രശ്നമാണ്. കാരണം എനിക്കിപ്പോൾ 2025 കറണ്ട് അഫയർ ഇപ്പം 2025 ജനുവരി പോയിട്ട് അവിടെ നോക്കേണ്ട കാര്യം നിങ്ങൾക്കറിയാം. 2026 പകുതിക്കൊക്കെ വന്ന് പഠിക്കുമ്പോൾ 2025 എന്താണ് ആ ഫാക്ടിൽ മാറ്റം ഉണ്ടാകുന്ന നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെ ഇയർ എൻഡറിലും നിങ്ങൾ നോക്കുക. ഓക്കെ, ഞാൻ പഠിപ്പിച്ച് 1 മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ ക്രോസ് ചെക്ക് ചെയ്യുക. മിസ്റ്റർ യങ് ഈസ് കറന്റ്ലി സെർവിംഗ് ആസ് എ മിനിസ്റ്റർ ഓഫ് എനർജി ആൻഡ് എനർജി ഇൻഡസ്ട്രീസ്. ആ ഒരു കാര്യം കൂടെ ഒന്ന് പഠിച്ചു വെച്ചു. അമിതാഭ് കാന്ത് അപ്പോയിന്റ് NIIT യൂണിവേഴ്സിറ്റി ചാൻസലർ. എന്താണ് NIIT യൂണിവേഴ്സിറ്റി? നീതി അല്ല, ഞാൻ പെട്ടെന്ന് നീതി ആയോഗ് എന്ന് പറഞ്ഞു. കാരണം അമിതാഭ് കാന്ത് നീതി ആയോഗിന്റെ മുൻ CEO ആണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുപോലെ G20 ഷെർപ്പയായിരുന്നു, അത്തരത്തിലൊക്കെയുള്ള ഒരു വ്യക്തിയാണ്. സോ അദ്ദേഹം റീസെന്റ് ആയിട്ട് NIIT യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, NIIT യൂണിവേഴ്സിറ്റി, NU എന്ന് പറയും, അതിന്റെ ചാൻസലർ ആയിട്ട് അദ്ദേഹം നിയമിക്കപ്പെട്ടിട്ടുണ്ട്. ഓൾറെഡി ഉണ്ടായിരുന്ന കസ്തൂരി രംഗനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ഈ ഒരു പുതിയ നിയമനവും കാര്യങ്ങളും വന്നത്. ക്രിസ്റ്റി കോവൻട്രി ബിക്കംസ് ഫസ്റ്റ് ഫീമെയിൽ ആൻഡ് ആഫ്രിക്കൻ പ്രസിഡന്റ് ഓഫ് ദ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി, IOC. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ തലപ്പത്തേക്ക് വന്ന ആദ്യ വനിത, അതുപോലെ ആദ്യ ആഫ്രിക്കൻ പ്രസിഡന്റ് എന്ന രീതിയിൽ ക്രിസ്റ്റി കോവൻട്രി മാറി. ഇത് ഒരുപാട് പരീക്ഷകൾക്ക് ഇപ്പോൾ വന്ന ചോദ്യമാണ് അല്ലേ. 144 ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി സെഷനിലായിരുന്നു ഒഫീഷ്യലായിട്ട് ഒരു പ്രഖ്യാപനം വന്നത്. ക്രിസ്റ്റി കോവൻട്രി എസിം ഓഫ് സിംബാബ്വെ. ഏത് രാജ്യക്കാരിയാണ് ക്രിസ്റ്റി കോവൻട്രി? സിംബാബ്വെക്കാരിയാണ്. ക്രിസ്റ്റി കോവൻട്രി ഓഫ് സിംബാബ്വെ വാസ് elected as 10th പ്രസിഡന്റ് ഓഫ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി, IOC അഥവാ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ 10ാമത്തെ പ്രസിഡന്റ് ആയിട്ട് വന്നു. ആൻഡ് ഫസ്റ്റ് ഫീമെയിൽ പ്രസിഡന്റ് ഇൻ IOC ഹിസ്റ്ററി. IOC ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഫീമെയിൽ പ്രസിഡന്റ്, ആദ്യത്തെ ആഫ്രിക്കൻ പ്രസിഡന്റ്, അങ്ങനെ ഒരുപാട് നേട്ടങ്ങളുണ്ട് അല്ലേ. ക്രിസ്റ്റി കോവൻട്രി വാസ് ഓൾസോ ദ ഫസ്റ്റ് ആഫ്രിക്കൻ പ്രസിഡന്റ് ദ ഓർഗനൈസേഷൻ 130-year ഹിസ്റ്ററി. കഴിഞ്ഞ 130 വർഷങ്ങളായിട്ട് എന്ത് അവിടെയുണ്ട്? IOC അവിടെയുണ്ട് അല്ലേ. ആ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി 1800 സംതിങ് കാലഘട്ടത്തിലാണ് ഇത് ആരംഭിക്കുന്നത്. അതൊക്കെ നമ്മൾ സ്പോർട്സ് ഫാക്ടറുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. സോ അതിനുശേഷം ഇതുവരെ ഒരു ആഫ്രിക്കക്കാരൻ അല്ലെങ്കിൽ ആഫ്രിക്കക്കാരി പോലും പ്രസിഡന്റായിട്ട് വന്നിട്ടില്ല. ക്രിസ്റ്റി കോവൻട്രി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ട് മെഡലൊക്കെ സ്വന്തമാക്കിയ വ്യക്തിയാണ് ക്രിസ്റ്റി കോവൻട്രി. സ്വിമ്മിംഗ് ആയിരുന്നു ക്രിസ്റ്റി കോവൻട്രിയുടെ ഒളിമ്പിക്കിൽ ഇവന്റ് എന്ന് പറയുന്നത്. എക്സ് ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൗബ അപ്പോയിന്റ് ഫുൾ ടൈം മെമ്പർ ഓഫ് നീതി ആയോഗ്. നീതി ആയോഗിന്റെ മെമ്പേഴ്സിൽ മാറ്റങ്ങൾ എപ്പോഴും വരാറുണ്ട് അല്ലേ. സോ നമ്മൾ ഈ പറയുന്ന സമയത്ത് 2025 ബേസ് ചെയ്തിട്ട് നീതി ആയോഗിന്റെ എന്താണ് ഫുൾ ടൈം മെമ്പറായിട്ട് രാജീവ് ഗൗബ നിയമിക്കപ്പെട്ടിരുന്നു. ഫോമർ ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൗബ ഹാസ് ബീൻ അപ്പോയിന്റ് ആസ് എ ഫുൾ ടൈം മെമ്പർ ഓഫ് നീതി ആയോഗ്. നീതി ആയോഗിന് ഫുൾ ടൈം മെമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗവേണിംഗ് കൗൺസിലും പല കാര്യങ്ങളും നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ടല്ലേ. നീതി ആയോഗിന്റെ ചെയർമാൻ ആരാണ്? നീതി ആയോഗിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണോ അദ്ദേഹമാണ്. നീതി ആയോഗിന്റെ വൈസ് ചെയർപേഴ്സൺ എന്താണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. നീതി ആയോഗിന്റെ CEO, അതുപോലെ തന്നെ നീതി ആയോഗിന്റെ വൈസ് ചെയർപേഴ്സൺ ഒക്കെ റീസെന്റ് ആയിട്ട് മാറി മാറി വന്നിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. ഞാൻ ഈ പറയുന്ന ഡാറ്റാസ് ഞാൻ ഇവിടെ തരുന്നില്ല, കാരണം സുമൻ ബറിയൊക്കെ മാറിയിട്ടുണ്ട്. സുമൻ ബറിയൊക്കെ നമ്മൾ ഈ പറയുന്ന സമയത്ത് മാറിയിട്ടുണ്ട്. ആ ഒരു വന്ന മാറ്റങ്ങളൊക്കെ കൃത്യമായിട്ടൊന്ന് നോക്കാം. ഞാൻ അതുകൊണ്ട് ഈ ഒരു പേരുകൾ പറയുന്നില്ല. ഈ ഒരു പേരുകൾ നമുക്ക് സ്കിപ്പ് ചെയ്യാം തൽക്കാലം. ഓക്കെ, അത് നിങ്ങൾ നോക്കണം. നിധി തിവാരി അപ്പോയിന്റഡ് ആസ് പ്രൈവറ്റ് സെക്രട്ടറി ടു പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് റീസെന്റ് ആയിട്ട് നിയമിക്കപ്പെട്ട വനിതയാണ് നിധി തിവാരി. ഇത് ഓൾറെഡി പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യവുമാണ്. നിധി തിവാരിയെ കുറിച്ച് പരീക്ഷയ്ക്ക് ചോദ്യം വന്നിട്ടുണ്ട്. റീസെന്റ് ആയിട്ട് എന്താണ് പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിക്കപ്പെട്ട വനിത ആരാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഫോറിൻ സർവീസ് ഓഫീസർ ആയിരുന്നു നിധി തിവാരി. റീസെന്റ് ആയിട്ട് എന്താണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സൺ ആൻഡ് ട്രെയിനിങ് ഇഷ്യൂ ചെയ്ത മെമ്മോറാണ്ടം പ്രകാരം നിധി തിവാരി പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിക്കപ്പെട്ടു. വുമൺ എംപവർമെന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കൂടെ നമുക്ക് ഈ ഒരു കാര്യം കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലേ. ഷിർലി ബോച്ച്വേ ബിക്കംസ് ഫസ്റ്റ് ആഫ്രിക്കൻ വുമൺ സെക്രട്ടറി ജനറൽ ഓഫ് ദ കോമൺവെൽത്ത്. കോമൺവെൽത്തിന് സെക്രട്ടറി ജനറൽ ആവുന്ന ആദ്യത്തെ ആഫ്രിക്കക്കാരിയായിട്ട് ആര് മാറിയിട്ടുണ്ട്? ഷിർലി ബോച്ച്വേ മാറിയിട്ടുണ്ട് അല്ലെ. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കോമൺവെൽത്തിന് ഒരു ആഫ്രിക്കൻ വംശജ അവരുടെ സെക്രട്ടറി ജനറൽ ആയിട്ട് വരുന്നത്. സോ നമുക്ക് ടോട്ടലി പറയുകയാണെങ്കിൽ 7ാമത്തെ സെക്രട്ടറി ജനറൽ എന്നും, എന്നാൽ എന്താണ് ആഫ്രിക്കൻ വനിതകളുടെ കാര്യത്തിൽ ആദ്യത്തേതായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അല്ലെ. എന്നാൽ വനിതകളിൽ ആദ്യത്തേതാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഓൾറെഡി ഉണ്ടായിരുന്ന പട്രീഷ്യ സ്കോട്ട്ലാൻഡ് എന്നാണ് അവിടെ എന്താണ് ആദ്യത്തെ വനിത എന്ന നേട്ടം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ആദ്യത്തെ വനിത സെക്രട്ടറി ജനറൽ ഓഫ് കോമൺവെൽത്ത് എന്ന് നമുക്ക് എന്തായാലും പറയാൻ വേണ്ടി സാധിക്കത്തില്ല. പിന്നെ എന്ത് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും? ഫസ്റ്റ് ആഫ്രിക്കൻ
വുമൺ സെക്രട്ടറി ജനറൽ ഓഫ് ദ കോമൺവെൽത്ത് എന്ന് പറയാൻ വേണ്ടി സാധിക്കും അല്ലേ? ഷിർലി വോയ്സ്വേ വിൽ അസ്യൂം ഓഫീസ് ആസ് സെവൻത്ത് സെക്രട്ടറി ജനറൽ ഓഫ് കോമൺവെൽത്തിന്റെ 7ാമത്തെ സെക്രട്ടറി ജനറൽ ആയിട്ടാണ് നിയമിക്കപ്പെട്ടത്. വിത്ത് ദിസ് ഷി വിൽ ബിക്കം ദ ഫസ്റ്റ് വുമൺ ഫ്രം ആഫ്രിക്ക ടു ഓൾ ദിസ് പൊസിഷൻ. ഓക്കെ, സോ ഇതോടുകൂടെ ആഫ്രിക്കയിൽ നിന്നും ഇത്തരത്തിൽ കോമൺവെൽത്തിന്റെ സെക്രട്ടറി ജനറൽ ആവുന്ന ആദ്യ വനിതയായിട്ട് ആര് മാറിയിട്ടുണ്ട്? ഷിർലി ബോയ്സ്വേ മാറിയിട്ടുണ്ട്. ഇതിനു മുൻപ് ഗാനയുടെ ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റർ ആയിട്ടൊക്കെ സേവനമനുഷ്ഠിച്ച വ്യക്തി കൂടിയാണ്. 2017 തൊട്ട് 2024 വരെ എന്താണ് ഗാനയുമായി ബന്ധപ്പെട്ട് ഗാനയുടെ മിനിസ്റ്റർ ആയിരുന്നു. ഫോറിൻ അഫയേഴ്സ് ആൻഡ് റീജിയണൽ ഇന്റഗ്രേഷൻ മിനിസ്റ്റർ ആയിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗാനയുടെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ അംഗം കൂടിയായിരുന്നു. പിന്നെ ഓൾറെഡി പറഞ്ഞതുപോലെ പാട്രീഷ്യ സ്കോട്ട്ലാൻഡ് ആണ്. സപ്പോസ് അങ്ങനെ ചോദ്യം വന്നാൽ ആരായിരുന്നു ഈ പറഞ്ഞ കോമൺവെൽത്തിന്റെ ആദ്യത്തെ വുമൺ സെക്രട്ടറി ജനറൽ എന്ന ചോദ്യം വന്നാൽ അത് പാട്രീഷ്യ സ്കോട്ട്ലാൻഡ് ആയിരുന്നു. ഷീ റീപ്ലേസ്ഡ് പാട്രീഷ്യ സ്കോട്ട്ലാൻഡ് ഓഫ് ഡൊമിനിക്ക, ഹു വാസ് ദ ഫസ്റ്റ് എവർ വുമൺ ടു സെർവ് ആസ് എ കോമൺവെൽത്ത് സെക്രട്ടറി ജനറൽ. അത് കൂടെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. എന്തായാലും 2 ടേംസിൽ എന്താണ് 4 വർഷം വെച്ചിട്ട് ഈ ഒരു സെക്രട്ടറി ജനറൽ ഒക്കെ ആവാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓൾറെഡി ദ സെക്രട്ടറി ജനറൽ ഈസ് നോമിനേറ്റഡ് ബൈ കോമൺവെൽത്ത് ലീഡേഴ്സ് ആൻഡ് ക്യാൻ സെർവ് മാക്സിമം ഓഫ് 2 ടേംസ്. മാക്സിമം എത്ര ടേംസ് ആവാം? 2 ടേംസ് അല്ലേ? ഒരു ടേമിലുള്ള മാക്സിമം ഇയർ എത്രയാണ്? 4 വർഷമാണ്. അങ്ങനെയൊക്കെ ചോദ്യം വന്നാൽ പറയാൻ വേണ്ടി സാധിക്കണം. പൂനം ഗുപ്ത അപ്പോയിന്റഡ് RBI ഡെപ്യൂട്ടി ഗവർണർ ഹെഡ് ഓഫ് MPC മീറ്റിംഗ്. സോ നമ്മളിത് ലേറ്റസ്റ്റ് കാര്യമാണ് ഞാൻ എടുക്കുന്നതെങ്കിലും ഇടയ്ക്കിടെ നിങ്ങളോട് പറയുന്നത് പോലെ തന്നെ വീണ്ടും ഞാൻ പറയുകയാണ്, നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്ത് മാത്രം പഠിക്കുക. ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കാര്യം തന്നെയാണ് പറഞ്ഞു തരുന്നത്. സോ RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് റീസെന്റ് ആയിട്ട് നിയമിക്കപ്പെട്ട വനിത ആരാണ്? പൂനം ഗുപ്തയാണ് അല്ലെ? പൂനം ഗുപ്തയെ കൂടാതെ RBIയുടെ ഡെപ്യൂട്ടി ഗവർണർ, RBI ആക്ച്വലി ഗവർണർ പ്ലസ് മാക്സിമം 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ് ആണ് സാധിക്കല്ല. മാക്സിമം ആണ്. മാക്സിമം 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ് RBIക്ക് ഏറ്റ ടൈമിൽ നിയമിക്കാൻ വേണ്ടി സാധിക്കും. അതിലെന്താണ് പൂനം ഗുപ്ത കൂടെ ഉൾപ്പെട്ടിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുകയാണ്, ഈ ഒരു ഡെപ്യൂട്ടി ഗവർണേഴ്സ് ലിസ്റ്റ് ഉണ്ടല്ലോ, ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടാണ് അല്ലെങ്കിൽ ഡാറ്റയാണ്. സ്വാമിനാഥൻ ജെ, പൂനം ഗുപ്ത, ശിരീഷ് ചന്ദ്ര മുർമു, രോഹിത് ജെയിന്, ഈ ഒരു 4 കാര്യങ്ങളും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പഠിച്ചുക. സ്റ്റിൽ നിങ്ങൾ ഈ ക്ലാസ് കാണുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് ക്രോസ് ചെയ്യാതെ നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. നിങ്ങളുടെ റിസർച്ച് പരിപാടി ഒന്നും നല്ല രീതിയിൽ നടക്കും അല്ലെ? നന്നായിട്ട് റിസർച്ച് ചെയ്തിട്ട് മാത്രം എന്താണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് കൺഫേം ചെയ്യുക. അല്ലാതെ ഞാൻ പറയുന്ന ഇത്തരം കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഫസ്റ്റ് അവർ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഓക്കെ, അത് നിങ്ങൾ നോക്കേണ്ട. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ടൊരു അപ്പോയിന്റ്മെന്റ് പ്രത്യേകിച്ച് 4 പേരുകളൊക്കെ വരുമ്പം അതിലൊന്ന് ഞാൻ ഈ ക്ലാസ് പറഞ്ഞിട്ട് നെക്സ്റ്റ് മണിക്കൂറിലും ഡാറ്റ മാറാം. അതാണ് കറണ്ട് അഫയറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമല്ല. ഞാൻ ഈ ക്ലാസ് പറഞ്ഞ് റെക്കോർഡ് ചെയ്തിട്ട് ഇറങ്ങുമ്പം ചിലപ്പോൾ വരികയാണ്, ഇന്ന വ്യക്തിയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയ വ്യക്തിയൊന്നും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അടുത്ത ക്ലാസ് എത്തും അല്ലേ? സോ RBI മോണിറ്ററി പോളിസി കമ്മിറ്റി നമുക്കറിയാം. RBIയുമായിട്ട് ബന്ധപ്പെട്ട മോണിറ്ററി പോളിസിയും കാര്യങ്ങളും തീരുമാനം എടുക്കുന്ന RBIയുടെ ഒരു ടൂളാണ് മോണിറ്ററി പോളിസി. ഇപ്പം ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഫിസ്ക്കൽ പോളിസി ഉള്ളതുപോലെ തന്നെ നമ്മുടെ എക്കണോമിക് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി RBI കൊണ്ടുവരുന്ന ഒരു ടൂളാണ് മോണിറ്ററി പോളിസി. ആ ഒരു മോണിറ്ററി പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് റേറ്റ്, റിവേഴ്സ് റിപ്പോർട്ട് റേറ്റ് ടൂൾസ് തന്നെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസും ക്വാളിറ്റേറ്റീവ് ടൂൾസും ഒക്കെ അതൊക്കെ നമ്മൾ എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ റിപ്പോ റേറ്റ്, ബാങ്ക് റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, CRR, SLR, അങ്ങനെ പലവിധം ടൂളുകളുണ്ട്. ഇതിൽ ഓരോന്നുമായിട്ട് ബന്ധപ്പെട്ട് എത്ര ശതമാനമാണ് ഓരോ കാലയളവിൽ എന്നൊക്കെ നമുക്കത് പറയാൻ വേണ്ടി സാധിക്കണ്ടേ? ഓക്കെ, സോ ആ രീതിയിലൊക്കെ തീരുമാനമെടുക്കുന്ന ഒരു കമ്മിറ്റിയാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ ഡെപ്യൂട്ടി ഗവർണേഴ്സ് 4 പേരിൽ ഒരാളായിട്ടാണ് പൂനം ഗുപ്ത റീസെന്റ് ആയിട്ട് വന്നത്. ഫോമർ ഡിഫൻസ് സെക്രട്ടറി അജയ് കുമാർ ടേക്സ് ചാർജസ് UPSC ചെയർമാൻ. സ്ഥിരം പരീക്ഷയ്ക്ക് വരുന്ന 1-2 ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, UPSC ആയിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ, UPSCയുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 315. UPSC ചെയർമാനെ നിയമിക്കുന്ന ആരാണ് നിയമിക്കുന്നത്? പ്രസിഡന്റ് ആണ്. ഇന്ത്യൻ പ്രസിഡന്റ് ആണ് UPSC ചെയർമാനെ നിയമിക്കുന്നത്. ഈ UPSCയുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷയ്ക്ക് വരുന്ന മറ്റൊരു ചോദ്യം, UPSCയുടെ ചെയർ ആരാണ്? ഈ ഒരു 3 ചോദ്യങ്ങൾ ഒരുപാട് SSC RRB പരീക്ഷകൾക്ക് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കാറുണ്ട്. സോ അജയ് കുമാറാണ് റീസെന്റ് ആയിട്ട് ഡിഫൻസ് സെക്രട്ടറി ആയിരുന്ന അജയ് കുമാറാണ് റീസെന്റ് ആയിട്ട് UPSCയുടെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർപേഴ്സൺ ആയിട്ട് നിയമിക്കപ്പെട്ടത്. ആര് നിയമിച്ചു? പ്രസിഡന്റ് ആണല്ലേ. പ്രസിഡന്റ് ദ്രൗപതി മുർമു ഹാസ് അപ്പോയിന്റഡ് ഡോക്ടർ അജയ് കുമാർ ആസ് എ ചെയർമാൻ ഓഫ് ദ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. UPSC ചെയർമാനായിട്ട് ഇദ്ദേഹത്തെ നിയമിച്ചു. ഡോക്ടർ കുമാർ ഈസ് എ റിട്ടയർഡ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓഫീസർ ഫ്രം ദ 1985 ബാച്ച് ഓഫ് കേരള. 1985 കേരള
കേഡറിൽ IPS IAS അല്ല IAS ഉദ്യോഗസ്ഥനായിരുന്നു. മുൻപ് ഇദ്ദേഹം എന്താണ് 2019 2022 വരെ ഡിഫൻസ് സെക്രട്ടറി ഒക്കെ ആയിരുന്ന വ്യക്തിയാണ്. ഓൾറെഡി പ്രീതി സുഡാൻ 2025 ഏപ്രിൽ മാസത്തിൽ തന്റെ സ്ഥാനം ഒഴിഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട അവിടെ ഒരു വേക്കൻസി ഉണ്ട്. ആ ഒരു വേക്കൻസിയിലേക്കാണ് അജയ് കുമാർ വന്നത്. അനുരാഗ് ഭൂഷൺ അപ്പോയിന്റഡ് ആസ് ഇന്ത്യസ് അംബാസിഡർ ടു സ്വീഡൻ. ഇത്തരത്തിലെ ഹൈക്കമ്മീഷണേഴ്സും അംബാസിഡേഴ്സ് ഇതുപോലെ സുപ്രധാന നിയമനങ്ങൾ വരുമ്പോൾ അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അല്ലേ. അത്തരത്തിൽ അനുരാഗ് ഭൂഷൺ എന്താണ് റീസെന്റ് ആയിട്ട് ഇന്ത്യസ് അംബാസിഡർ ടു സ്വീഡനായിട്ട് നിയമിക്കപ്പെട്ടിട്ടുണ്ട്. സീനിയർ ഡിപ്ലോമാറ്റ് അനുരാഗ് ഭൂഷൺ ഫ്രം 1995 ബാച്ച് ഓഫ് ഇന്ത്യൻ ഫോറിൻ സർവീസ് IFS ഓഫീസർ, ഇന്ത്യൻ ഫോറിൻ സർവീസ് ഓഫീസർ ആണ്. അദ്ദേഹം എന്താണ് സ്വീഡന്റെ നെക്സ്റ്റ് അംബാസിഡർ ആയിട്ട്, സ്വീഡന്റെ നെക്സ്റ്റ് അംബാസിഡർ മീൻസ് ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള സ്വീഡനിലുള്ള നെക്സ്റ്റ് അംബാസിഡർ ആയിട്ട് നിയമിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ലീഡ് IT 2.0 എന്ന് പറയുന്ന ഒരു COP28 ബന്ധപ്പെട്ട പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്ത കാര്യം കൂടെ ഇതിനെ കൂടെ ഓർത്ത് വെച്ചാൽ മതി. ലീഡ് IT 2.0 launched at COP28 Dubai 2023 is join India Sweden platform on low carbon industrial transition. ചിലപ്പോൾ അതും ചോദിക്കാം, ഇന്ത്യ സ്വീഡനുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും പേര് പറഞ്ഞ സ്ഥിതിക്ക് അതുകൂടെ അങ്ങ് പറയാം അല്ലേ. മീരാബായ് ചാനു അപ്പോയിന്റഡ് ചെയർപേഴ്സൺ IWLF അത്ലറ്റ്സ് കമ്മീഷൻ. ഇന്ത്യൻ വെയ്റ്റ് ലിഫ്റ്റിംഗ് ഫെഡറേഷൻ അത്ലറ്റ്സ് കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിട്ട് റീസെന്റ് ആയിട്ട് നിയമിക്കപ്പെട്ട ഇന്ത്യൻ ഭാരോദ്വഹനത്തിലെ താരമാണ് മീരാബായ് ചാനു. സൈക്കോ മീരാബായ് ചാനു അല്ലെ, ഒളിമ്പിക് സിൽവർ മെഡലിസ്റ്റ്. ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ സിൽവർ മെഡൽ സ്വന്തമാക്കിയ വ്യക്തിയാണ് സൈക്കോ മീരാബായ് ചാനു. ഒളിമ്പിക് സിൽവർ മെഡലിസ്റ്റ് സൈക്കോ മീരാബായ് ചാനു was chosen as a chairperson of a newly established athletics commission under the Indian ഇന്ത്യൻ വെയ്റ്റ് ലിഫ്റ്റിംഗ് ഫെഡറേഷന്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് അല്ലെ. സാർ അത്ലറ്റിക് കമ്മീഷനിലേക്ക് എന്താണ് മീരാബായ് ചാനുവിനെ നിയമിക്കപ്പെട്ടത്. കോമൺവെൽത്ത് ഗെയിംസ് ഗോൾഡ് മെഡലിസ്റ്റ് എസ് സതീഷ് കുമാർ വിൽ ബി ദ വൈസ് ചെയർപേഴ്സൺ. ചെയർമാനെ പറഞ്ഞു അല്ലെ, മിക്കവാറും വൈസ് ചെയർപേഴ്സൺ പോലുള്ള പേരുകൾ ചോദിക്കാറുണ്ട്. സോ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ കോമൺവെൽത്ത് ഗെയിംസിൽ മുൻപ് ഗോൾഡ് മെഡലൊക്കെ നേടിയ സതീഷ് കുമാറാണ് വൈസ് ചെയർപേഴ്സൺ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കണം. ഇനി ഈ ഒരു നിയമനം എത്ര കാലയളവിലേക്കാണെന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടത്, 4 വർഷത്തേക്കാണ്. ദ ടേം വിൽ ലാസ്റ്റ് 4 years, 4 വർഷത്തേക്കാണ് ടെന്യൂർ വരുന്നത്. സതീഷ് ഹാഡ് ക്ലിഞ്ചർ ഗോൾഡ് മെഡൽ ഇൻ വെയ്റ്റ് ലിഫ്റ്റിംഗ്. തീർച്ചയായിട്ടും വെയ്റ്റ് ലിഫ്റ്റിംഗ് ഫെഡറേഷൻ അല്ലേ, അതുകൊണ്ട് സതീഷ് എന്താണ് വെയ്റ്റ് ലിഫ്റ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട സതീഷ് കുമാർ വെയ്റ്റ് ലിഫ്റ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട താരമാണ്. ഇനി അദ്ദേഹം ഏത് വർഷമാണ് വെയ്റ്റ് ലിഫ്റ്റിംഗിൽ നേട്ടം സ്വന്തമാക്കിയെന്ന് വെച്ചാൽ 2018 കോമൺവെൽത്ത് ഗെയിംസ് ഗോൾഡ് കോസ്റ്റിലൊക്കെ എന്താണ് ഗോൾഡ് മെഡൽ സ്വന്തമാക്കിയ താരമാണ് അല്ലേ. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. കോമൺവെൽത്തിലൊക്കെ ഗോൾഡ് മെഡലൊക്കെ സ്വന്തമാക്കിയ താരമാണ്, അതും ഓർത്ത് വയ്ക്കണം. അതുപോലെ തന്നെ എന്താണ് ഒളിമ്പിക് മെഡൽ ഫോർ മീരാബായ് ചാനു നോക്കിക്കഴിഞ്ഞാൽ സിൽവർ ടോക്കിയോ 2021 നടന്നത്. COVID-19 ഇഷ്യൂസ് കാരണം പേര് 2020 ടോക്കിയോ എന്നൊക്കെ ആണെങ്കിലും 2021 നടന്നത്. അതിൽ സിൽവർ മെഡൽ ടോക്കിയോ ഒളിമ്പിക്സിൽ മീരാബായ് ചാനു സ്വന്തമാക്കി. പ്രിയ നായർ ടു ടേക്ക് ഓവർ as CEO and MD of HUL ഹിന്ദുസ്ഥാൻ യൂണിലിവർ MD and CEO ആയിട്ട് റീസെന്റ് ആയിട്ട് ആര് നിയമിക്കപ്പെട്ടു, പ്രിയ നായർ നിയമിക്കപ്പെട്ടു അല്ലെ. ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഹാസ് അപ്പോയിന്റഡ് പ്രിയ നായർ ആസ് ഇറ്റ്സ് ന്യൂ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ എഫക്റ്റീവ് August 1, 2025. 2025 August 1 ഓൺവേർഡ്സ്. നമ്മൾ ഈ പറയുന്ന സമയത്ത് മാറ്റമൊന്നുമില്ല. ഞാൻ ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് ഓൾറെഡി പറഞ്ഞു, ക്രോസ് ചെക്ക് ചെയ്യേണ്ട എങ്കിലും നിങ്ങളൊന്ന് ക്രോസ് ചെയ്യണം ഫോർ എ സേഫ്റ്റി. ഓക്കെ, ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ MD and CEO ആയിട്ട് നിയമിക്കപ്പെട്ട വനിത ആരാണ്, പ്രിയ നായരാണ്. ഷി വിൽ ബിക്കം ദ ഫസ്റ്റ് വുമൺ CEO ആൻഡ് MD ഓഫ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് HUL-ഉമായിട്ട് ബന്ധപ്പെട്ട ഒരു വനിത എന്താണ് അവരുടെ MD ആൻഡ് CEO ആയിട്ട് വരുന്നത്. ആ ഒരു പ്രത്യേകത കൂടെയുണ്ട് അല്ലെ. ഓൾറെഡി ഉണ്ടായിരുന്ന രോഹിത് ജവയെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് പ്രിയ നായരുടെ ഈ ഒരു നിയമനം വന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമനമാണ് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി അപ്പോയിന്റഡ് ചെയർപേഴ്സൺ ഓഫ് 23rd ലോ കമ്മീഷൻ ഇന്ത്യ. 23ാമത്തെ ലോ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിട്ട് ആര് നിയമിക്കപ്പെട്ടു, ദിനേശ് മഹേശ്വരിയാണ് അല്ലെ. ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയാണ്. മുൻ സുപ്രീം കോടതി ജഡ്ജ് ആയിരുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. ദ സെൻട്രൽ ഗവൺമെന്റ് ഹാസ് അപ്പോയിന്റഡ് ഫോമർ സുപ്രീം കോടതി ജഡ്ജ് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി ആസ് എ ചെയർമാൻ ഓഫ് 23rd ലോ കമ്മീഷൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. 23ാമത്തെ ലോ കമ്മീഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, സോ അതിന്റെ ചെയർപേഴ്സൺ തീർച്ചയായിട്ടും ചോദിക്കും. ദ കമ്മീഷൻ വാസ് നോട്ടിഫൈഡ് ഓൺ September 2 ലാസ്റ്റ് ഇയർ. 2024 സെപ്റ്റംബർ 2 എന്താണ്, ഞാൻ ലാസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ 2025 പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കണം. ആൻഡ് വിൽ ഫംഗ്ഷൻ 3
ഇയർ ടിൽ ഓഗസ്റ്റ് 2027. 2025, 2026, 2027 3 വർഷത്തേക്കാണ് ഈ ഒരു കമ്മീഷന്റെ ടെന്യൂർ വരുന്നത്. എന്തൊക്കെയാണ് ഇവരെ മുന്നിലുള്ള ഹഡിൽസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചുമതലകൾ എന്ന് ചോദിച്ചാൽ UCCയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുക, യൂണിഫോം സിവിൽ കോഡുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുക അല്ലെ. ഇറ്റ്സ് റോൾസ് ഇൻക്ലൂഡ് സബ്മിറ്റിംഗ് എ റിപ്പോർട്ട് ഓൺ യൂണിഫോം സിവിൽ കോഡ്, സ്റ്റഡിയിങ് ലോസ് അഫക്റ്റിംഗ് ദ പുവർ ആൻഡ് ഐഡന്റിഫൈ ലോസ് ദാറ്റ് ഹിൻഡർ ഇന്ത്യസ് എക്കണോമിക് ഗ്രോത്ത്. ഇത്തരത്തിൽ എന്താണ് യൂണിഫോം സിവിൽ കോഡുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട്, അതിന്റെ നിയമവശങ്ങൾ പഠിച്ച റിപ്പോർട്ട് തയ്യാറാക്കുക. അതുപോലെ പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട നിയമകാര്യങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. 23rd ലോ കമ്മീഷൻ വിൽ ഹാവ് 1 chairman, 4 full-time member including member secretary, 2 secretaries from law ministry and up to 5 part-time members. So 23ാമത്തെ ലോ കമ്മീഷൻ എന്താണ്? ഒരു ചെയർപേഴ്സൺ ഉണ്ട്, 4 full-time members ഉണ്ട്, അതിലൊരു മെമ്പർ സെക്രട്ടറി, 2 സെക്രട്ടറീസ്. അവരെ എന്താണ് ലോ മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വരുന്ന ആളുകളാണ്. പിന്നെ മാക്സിമം 5 വരെ പാർട്ട് ടൈം മെമ്പേഴ്സ് സാധ്യമെന്നാണ് പറയുന്നത്. 2023 സുപ്രീം കോടതിയിൽ നിന്നും റിട്ടയർ ചെയ്ത ജഡ്ജി കൂടിയാണ് ജസ്റ്റിസ് മഹേശ്വരി. ഇതിലെ മെമ്പേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോയർ ആയിട്ടുള്ള ഹിതേഷ് ജെയിൻ എന്താണ് 23ാമത്തെ ലോ കമ്മീഷനിലെ അംഗമാണ്. അതുപോലെ അക്കാഡമിഷ്യൻ ആയിട്ടുള്ള 22ാമത്തെ ലോ കമ്മീഷനിലെ മെമ്പർ കൂടിയുള്ള പി വർമ്മ അംഗമാണ്. പിന്നെ രണ്ട് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് അല്ലെ, ഫ്രം ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലീഗൽ അഫയേഴ്സ് ആൻഡ് ലെജിസ്ലേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലീഗൽ അഫയേഴ്സ് ആൻഡ് ലെജിസ്ലേറ്റീവ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് 2 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ട്. ഇൻ അഡീഷൻ ദ ഗവൺമെന്റ് മേ അപ്പോയിന്റ് അപ് ടു 5 പാർട്ട് ടൈം മെമ്പേഴ്സ്. ഇത് കൂടാതെ എത്ര പാർട്ട് ടൈം മെമ്പേഴ്സിന് വരെ ഗവൺമെന്റ് നിയമിക്കാം? 5 പാർട്ട് ടൈം മെമ്പേഴ്സിന് വരെ അല്ലേ. ആൻഡ് സെർവിംഗ് ജഡ്ജസ് ഇഫ് ഇൻക്ലൂഡഡ് വിൽ ഫംഗ്ഷൻ ആസ് ഫുൾ ടൈം മെമ്പർ അൺടിൽ ദ റിട്ടയർമെന്റ് ഓർ എൻഡ് ഓഫ് കമ്മീഷൻസ് ടേം. ഇനി സർവിംഗ് ജഡ്ജ്, സുപ്രീം കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് സർവിംഗ് ജഡ്ജസിന് എന്താണ് ഇവർക്ക് ഇതിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ഒന്നുകിലും അവരുടെ റിട്ടയർമെന്റ് ഏജ് വരെ, സുപ്രീം കോടതിയുടെ റിട്ടയർമെന്റ് ഏജ് വരെ, ആ ഒരു വ്യക്തിയുടെ റിട്ടയർമെന്റ് ഏജ് വരെയോ അല്ലെങ്കിൽ കമ്മീഷന്റെ ടെന്യൂർ കംപ്ലീറ്റ് ആവുന്നത് വരെയോ അവർക്ക് അംഗമായിട്ട് തുടരാൻ വേണ്ടി സാധിക്കും. ഇനി 22ാമത്തെ ലോ കമ്മീഷനെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടില്ലേ. ജസ്റ്റിസ് ഋതുരാജ് അവാസിയായിരുന്നു അതിന്റെ ചെയർപേഴ്സൺ ആയിട്ട് ഉണ്ടായിരുന്നതും. ആ ഒരു ടെന്യൂർ അവസാനിക്കുന്നതിന് മുന്നേ തന്നെ എന്താണ് ലോക്പാലിൽ അംഗമായിട്ട് ഋതുരാജ് അവാസി മാറിയ സമയത്ത് ആ ഒരു വാർത്തകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ആന്റണി അൽബനീസ് റീ എലക്ടഡ് ആസ് ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ. ലോകരാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പുതിയ പ്രധാനമന്ത്രി, പുതിയ പ്രസിഡന്റ്, പുതിയ സെക്രട്ടറി ജനറൽ, പുതിയ അത്തരത്തിലുള്ള നിയമനങ്ങളൊക്കെ വരുമ്പോൾ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. സോ ഓസ്ട്രേലിയയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് റീസെന്റ് ആയിട്ട് നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? ആന്റോണി അൽബനീസ് ആണ് അല്ലേ. ആന്റോണി അൽബനീസിന്റെ പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാറുണ്ട് ഇതുപോലുള്ള ലോകരാജ്യങ്ങളുടെ പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്റേഴ്സിനെ കുറിച്ച്. സോ ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ ആരാണ്? ആന്റോണി അൽബനീസ്. ഞാനിപ്പോ പറയുന്ന സമയം വരെ ഓക്കെ. Australian Prime Minister Anthony Albanese has been re-elected as the country's leader, becoming the first in decade to secure the second term. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഒരു ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി തന്റെ ടെന്യൂർ വീണ്ടും എന്താണ് പുനഃസ്ഥാപിക്കുന്നത് അല്ലെങ്കിൽ റീ എലക്ട് ചെയ്യപ്പെടുന്നത്. ഇനി അങ്ങനെ റീ എലക്ട് ഒക്കെ ചെയ്യപ്പെട്ടത് കൊണ്ട് ഇദ്ദേഹത്തിന്റെ പാർട്ടിയൊക്കെ ചോദ്യം വരാം അല്ലെ. ലേബർ പാർട്ടിയുടെ വക്താവാണ് ഇദ്ദേഹം. ഓൾറെഡി 2022 തൊട്ട് ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. 2024 നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയ സന്ദർശിച്ച സമയത്ത്, അതായത് സെക്കൻഡ് ഇന്ത്യ ഓസ്ട്രേലിയ ആനുവൽ സമ്മിറ്റ് ഉണ്ടല്ലോ, ആ സമയത്ത് എന്താണ് അവിടെ നമ്മുടെ പ്രധാനമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട്. അത് G20 സമ്മിറ്റുമായിട്ട് ബന്ധപ്പെട്ട് കൂടിയാണ് ഈ ഒരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രി ആരാണ്? ആന്റണി അൽബനീസ് ആണ്. ലഫ്റ്റനന്റ് കമാൻഡർ യശസ്വി സോളങ്കി ബിക്കം ഫസ്റ്റ് വുമൺ ADC ടു പ്രസിഡന്റ് ഇന്ത്യ. ADC അഥവാ AD ക്യാമ്പ്. നമ്മുടെ പ്രസിഡന്റ് ആയിക്കോട്ടെ, പ്രധാനമന്ത്രി ആയിക്കോട്ടെ, ഗവർണേഴ്സ് ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ എന്താണ് സുരക്ഷയ്ക്കായിട്ട് ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ടാവും അല്ലെ. അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആയാലും അല്ലെ മറ്റു രീതിയിലുള്ള സുരക്ഷയായാലും അതിനൊക്കെ ഒരുക്കാൻ വേണ്ടി, അതൊക്കെ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടി ഒരു കൂട്ടം ഉദ്യോഗസ്ഥരന് ഈ ഒരു പ്രസിഡന്റ് ആയാലും ഗവർണർ ആയാലും പ്രൈം മിനിസ്റ്ററുടെ കൂടെയൊക്കെ ഉണ്ട്. സോ അത്തരത്തില് ഒരു വിഭാഗമാണ് AD ക്യാമ്പ്. സോ പ്രസിഡന്റ് AD ക്യാമ്പിലേക്ക് സാധാരണയായിട്ട് 5 അംഗങ്ങളാണ് ഉണ്ടാവാറുള്ളത്. അതിൽ 3 പേര് ഇന്ത്യൻ ആർമിയിൽ നിന്നും, അതുപോലെ ഒരാൾ ഇന്ത്യൻ നേവിയിൽ നിന്നും, ഒരാൾ ഇന്ത്യൻ ഫോഴ്സ്. കാരണം എല്ലാ വിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സേഫ്റ്റി ഉറപ്പുവരുത്താണ് അല്ലേ. ഇതുവരെ ഒരു വനിത പോലും എന്താണ്
ഈ പറയുന്ന 5 ADCs ഉണ്ടായിട്ട് പോലും ഒരു വനിത പോലും ADC ആയിട്ട് വന്നിട്ടില്ല പ്രസിഡന്റിന്റെ ഈ ഒരു സുരക്ഷാ ചുമതലയിലേക്ക്. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ADC ആയിട്ട് പ്രസിഡന്റ് വന്ന വനിതയാണ് ലഫ്റ്റനന്റ് കമാൻഡർ ആയിട്ടുള്ള യശസ്വി സോളങ്കി became the first woman officer to be appointed as a AD cam to the president of India. The president usually has 5 ADCs. നോർമലി എന്താണ് പ്രസിഡന്റ് 5 ADCs ഉണ്ടാവാറുണ്ട്. 3 ഇന്ത്യൻ ആർമിയുമായിട്ട് ബന്ധപ്പെട്ട ADCs, ഓരോ ആളുകളും എന്താണ് ഇന്ത്യൻ നേവിയുമായിട്ട് ബന്ധപ്പെട്ടും ഇന്ത്യൻ എയർഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ടും ഇതുവരെ ഒരു വനിത പോലും എന്താണ് ADC ആയിട്ട് വന്നിട്ടില്ല. ഇനി ഈ പറയുന്ന യശസ്വി സോളങ്കി ഏത് രാജ്യമല്ല ഏത് സംസ്ഥാനക്കാരാണെന്ന് ചോദിക്കാം അല്ലെ. ഗുജറാത്തുകാരാണെന്ന് പറയാൻ വേണ്ടി സാധിക്കണം. 24/7 ഈ പറയുന്ന പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടുന്ന വിഭാഗം കൂടിയാണ് ADCs. അവർ പ്രസിഡന്റ് ഷെഡ്യൂൾ മാനേജ് ചെയ്യുന്നു, പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സെറമണീസിലും പങ്കെടുക്കുന്നു. 24/7 എന്താണ് പ്രസിഡന്റ് കൂടെ ഉണ്ടാവുന്ന ഒരു വിഭാഗം കൂടിയാണ് ADC. ബ്ലേസി മെട്രവല്ലി ബിക്കംസ് MI6 ഫസ്റ്റ് ഫീമെയിൽ ചീഫ്. എന്താണ് കാര്യം? UK സീക്രട്ട് ഇന്റലിജൻസ് സർവീസ് ആണ് MI6. നമ്മുടെ IBM റോയോ ഒക്കെ ഇല്ല, ഇന്റലിജൻസ് ബ്യൂറോ ഒക്കെ ഇല്ല, അതുപോലെ തന്നെ ഈ പറയുന്ന യുണൈറ്റഡ് കിങ്ഡത്തിന് ഒരു സീക്രട്ട് ഇന്റലിജൻസ് സർവീസ് വിഭാഗമാണ് MI6. ഈ MI6ന്റെ തലപ്പത്തേക്ക് ആദ്യമായിട്ട് എന്താണ് ഒരു വനിത വരികയാണ്. ആരാണ് ആ വനിത? ബ്ലേസി മെട്രവല്ലി ആണ് അല്ലെ. യുണൈറ്റഡ് കിങ്ഡം പ്രൈം മിനിസ്റ്റർ കെയർ സ്റ്റാർമർ ഹാസ് അപ്പോയിന്റഡ് ബ്ലേസി മെട്രവല്ലി ആസ് എ ചീഫ് ഓഫ് കൺട്രീസ് സീക്രട്ട് ഇന്റലിജൻസ് സർവീസ്, കോമൺലി നോൺ ആസ് MI6. അതും ചോദിക്കാം നമുക്ക്. ചിലപ്പോൾ നമുക്കിപ്പം ഇങ്ങനെയും ചോദ്യം വരാം അല്ലെ. ഇന്ത്യ, IB അല്ലെങ്കിൽ ഇന്റലിജൻസ് ബ്യൂറോ, അതുപോലെ ഓസ്ട്രേലിയ അല്ല UK എന്താണെന്ന രീതിയിൽ ചോദ്യം വരാം. UKയുടെ എന്താണ്? MI6 ആണ്. അപ്പോയിന്റ്മെന്റ് മീൻസ് MI6 വിൽ ബി ലീഡ് ബൈ എ വുമൺ ഫോർ ദ ഫസ്റ്റ് ടൈം. ചരിത്രത്തിൽ ആദ്യമായിട്ട്, അതിന്റെ 116 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് MI6ന്റെ തലപ്പത്തേക്ക് ഒരു വനിത വരുന്നത്. ആ ഒരു പ്രത്യേകത തീർച്ചയായിട്ടും നമ്മൾ അവിടെ പഠിച്ചു വെക്കണം അല്ലെ. ഓക്കെ, ആ പേര് പഠിച്ചു വെക്കണം. ആനന്ദ് ചന്ദ്രകാസൻ അല്ലെ. ആനന്ദ് ചന്ദ്രകാസൻ ഫസ്റ്റ് ഇന്ത്യൻ ബോൺ പ്രൊവോസ്റ്റ് ഓഫ് MIT. എന്താണ് കാര്യം? MIT അല്ലെ, മസച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ പ്രൊവോസ്റ്റ് തസ്തികയിലേക്ക് ഇതുവരെ ഒരു ഇന്ത്യൻ വംശജൻ പോലും വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആദ്യമായിട്ട് MIT അഥവാ മസച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പ്രൊവോസ്റ്റ് തസ്തികയിലേക്ക് വന്ന ഇന്ത്യൻ വംശജനാണ് ആനന്ദ് ചന്ദ്രകാസൻ. പ്രൊഫസർ ആനന്ദ് ചന്ദ്രകാസൻ ഹാസ് ബീൻ നെയ്മഡ് മസച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി MIT, ലോക പ്രസിദ്ധല്ലേ, അതിന്റെ ന്യൂ പ്രൊവോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇന്ത്യൻ അമേരിക്കൻ ടു സെർവ് ഇൻ ദിസ് ലീഡർഷിപ്പ് റോള്. The MIT Provost is the Institute's Chief Academic and Budget Officer. MIT-യുമായിട്ട് ബന്ധപ്പെട്ടതിന് എന്താണ്? ചീഫ് അക്കാഡമിക് അതുപോലെ ബഡ്ജറ്റ് ഓഫീസർ ആണ്. With a wide-ranging portfolio that encompasses everything related to faculty oversight of the educational enterprise and prime responsibility for MIT strategic planning. അതൊക്കെ കൂടെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓൾറെഡി ഉണ്ടായിരുന്ന സിന്തിയ ബാർഹാർട്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് 2025 ജൂലൈ മാസത്തിൽ സ്റ്റിൽ നമ്മൾ പറയുമ്പോഴും അദ്ദേഹം തന്നെയാണ്. സൗത്ത് കൊറിയയുടെ പ്രസിഡന്റ് ആയിട്ട് റീസെന്റ് ആയിട്ട് ആര് വന്നു? ലീ ജെ മ്യൂങ്. നല്ല പേരല്ലേ, ലീ ജെ മ്യൂങ്. സൗത്ത് കൊറിയ, നോർത്ത് കൊറിയ അല്ലെ. നോർത്ത് കൊറിയ പിന്നെ നമ്മുടെ ആരുണ്ട്? കിങ് ജോങ് ഉണ്ട്, നമ്മളെ പുള്ളിക്കാരൻ അവിടെ ഉണ്ട് അല്ലെ. പുള്ളി അവിടെ തന്നെ ഇരിപ്പുണ്ട്. സോ ഇത് സൗത്ത് കൊറിയ, രണ്ടും രണ്ടാണ്. ഓക്കെ, നോർത്ത് കൊറിയ വേറെ രാജ്യം, സൗത്ത് കൊറിയ വേറെ രാജ്യം. സൗത്ത് കൊറിയ നോർത്ത് കൊറിയ പോലെ ഒന്നല്ല. സൗത്ത് കൊറിയ അത്രയും സ്ട്രിക്റ്റ് രാജ്യമൊന്നുമില്ല. ലീ ജെ മ്യൂങ് elected president of South Korea. ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി, അദ്ദേഹം ഏത് പാർട്ടിയുടെ വക്താവാണ്? ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വക്താവാണ്. ലീഡർ ലീ ജെ മ്യൂങ് was sworn in as 21st president of South Korea. സൗത്ത് കൊറിയയുടെ 21ാമത്തെ പ്രസിഡന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ 5 വർഷത്തെ ടെന്യൂർ അങ്ങനെ ആരംഭിച്ചു. ലീ സർവൈവ്ഡ് an assassination attempt in January 2024. ഇദ്ദേഹം ന്യൂസിലൊക്കെ 2024 ജനുവരി മാസത്തിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. കുറച്ച് പഴക്കമുള്ള കാര്യമാണ്. ഇവനെന്തോ ഇദ്ദേഹം അങ്ങനെ അസാസിനേഷൻ, കൊലപാതക ശ്രമമൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇദ്ദേഹം മുന്നോട്ടേക്ക് വന്നത്. ഓൾറെഡി ഉണ്ടായിരുന്ന യൂൻസുക് ഇയോൾ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. ആ സമയത്ത് സൗത്ത് കൊറിയയുടെ പ്രസിഡന്റ് ആയിരുന്ന യൂൻസുക് ഇയോളിനെ കുറിച്ച് ഒരുപാട് RRB SSC പരീക്ഷകൾക്കൊക്കെ വന്നിട്ടുണ്ട്. സോ പുതിയ റീപ്ലേസ്മെന്റ്, പുതിയ നിയമനം വരുന്ന സമയത്ത് ലീ ജെ മ്യൂങ്ങിനെ കുറിച്ചിട്ട് നമുക്ക് ചോദ്യം വരാം അല്ലെ. അതുകൂടെ പഠിച്ചു വെക്കണം. നെക്സ്റ്റ് എന്താണ്? എസ് മഹേന്ദ്രദേവ് അപ്പോയിന്റ് ആസ് ചെയർമാൻ ഓഫ് PM's
എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ. പ്രധാനമന്ത്രിയുടെ എക്കണോമിക് അഡ്വൈസറി കൗൺസിലിന് ചെയർമാനായിട്ട് എസ് മഹേന്ദ്രദേവിനെ നിയമിച്ചു അല്ലേ. അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കണം. ഇതുപോലെ പ്രധാനമന്ത്രിയുടെ പ്രധാനപ്പെട്ട കൗൺസിലുകളുമായിട്ട് ബന്ധപ്പെട്ട നിയമനങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഫോമർ ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് റിസർച്ച് വൈസ് ചാൻസലർ എസ് മഹേന്ദ്ര ദേവ ഹാസ് ടേക്കൺ ചാർജ് ആസ് എ ന്യൂ ചെയർമാൻ ഓഫ് ദ എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ ടു പ്രൈം മിനിസ്റ്റർ. പ്രധാനമന്ത്രിയുടെ എക്കണോമിക് അഡ്വൈസറി കൗൺസിലേക്ക് റീസെന്റ് ആര് നിയമിക്കപ്പെട്ടു? അതിന്റെ ചെയർപേഴ്സൺ ആയിട്ട് മഹേന്ദ്ര ദേവ് നിയമിക്കപ്പെട്ടു. ഇതിനു മുൻപ് ഇദ്ദേഹം കമ്മീഷൻ ഫോർ അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസസിന്റെ ചെയർമാൻ ആയിരുന്നു. അത് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറുമായിട്ട് ഉണ്ടായിരുന്ന ഒരു ബോഡിയാണ്. അതൊക്കെ നോർത്ത് വെശാവതി ഇത്തരത്തിലുള്ള പേരുകളൊക്കെ നമുക്ക് ചോദ്യങ്ങളായിട്ട് വരാൻ സാധ്യതയുണ്ട്. അനലീന ബാർബോക്ക് എലക്ടഡ് പ്രസിഡന്റ് ഓഫ് 80th UN ജനറൽ അസംബ്ലി സെഷൻ. 80ാമത്തെ UN ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റായിട്ട് ആരെ നിയമിച്ചു? അനലീന ബാർബോക്കിനെ നിയമിച്ചു അല്ലെ. ഇതുപോലെ UN ജനറൽ അസംബ്ലിയുമായിട്ട് ബന്ധപ്പെട്ട അതത് സമയങ്ങളിൽ അതിന്റെ തലപ്പത്ത് വരുന്ന ആളുകളെ കുറിച്ച് തീർച്ചയായിട്ടും ചോദിക്കാറുണ്ട്. 79th ഫിൽമോനിയാങ് ഒക്കെ വന്ന സമയത്ത് അതൊക്കെ പരീക്ഷയ്ക്ക് എണ്ണി ചോദിച്ച ചോദ്യങ്ങളാണ്. അതുപോലെ അനലീനയുടെ പേരും നിങ്ങൾ അങ്ങ് പഠിച്ചു വെക്കുക. ഫോമർ ജർമ്മൻ ഫോറിൻ മിനിസ്റ്റർ. ഏത് രാജ്യക്കാർ അതും ചോദിക്കാറുണ്ട്. ഇത്തരത്തിൽ ഇവരുടെ രാജ്യവും ചോദിക്കാറുണ്ട്. ജർമ്മനിക്കാരാണ്. ഫോർമർ German Foreign Minister Annalena Baerbock was elected as President of 80th UN General Assembly. 80ാമത്തെ യുണൈറ്റഡ് നാഷൻസ് ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റ് ആണ്. Her election marks a significant moment in UN history as she became the first woman from the Western European group to assume post and fifth woman overall to lead the UN General Assembly. സോ UN ജനറൽ അസംബ്ലിയുടെ തലപ്പത്തേക്ക് വരുന്ന ആദ്യ വനിതയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഓൾറെഡി 4ഓളം വനിതകൾ ഇൻക്ലൂഡിങ് നമ്മുടെ എന്താണ് വിജയലക്ഷ്മി പണ്ഡിറ്റ് അവരായിരുന്നു UN ജനറൽ അസംബ്ലിയുടെ തലപ്പത്തേക്ക് വന്ന ആദ്യ വനിത നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അതിലേക്ക് ഞാൻ വരാം. പക്ഷേ ഇവിടെ ഇവർ സ്വന്തമാക്കിയ ആദ്യത്തെ നേട്ടം എന്താണെന്ന് വെച്ചാൽ വെസ്റ്റേൺ യൂറോപ്യൻ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ടാണ് ഒരു വനിത എന്താണ് ഈ പറയുന്ന രീതിയിൽ UN ജനറൽ അസംബ്ലിയുടെ തലപ്പത്തേക്ക് വരുന്നത്. ഓക്കെ, സോ അതാണ് ഓർത്ത് വയ്ക്കേണ്ടത്. ഷീ ബിക്കംസ് ദ ഫസ്റ്റ് വുമൺ ഫ്രം ദ വെസ്റ്റേൺ യൂറോപ്യൻ ഗ്രൂപ്പ് ടു അസ്യൂം ദ പോസ്റ്റ് ആൻഡ് ഫിഫ്ത്ത് വുമൺ ഓവറോൾ ടു ലീഡ് UN ജനറൽ അസംബ്ലി. വിജയലക്ഷ്മി പണ്ഡിറ്റിന്റെ കാര്യം ഒന്ന് ഓർത്തേ. എന്താ വിജയലക്ഷ്മി പണ്ഡിറ്റ് serve as the 8th president of United Nations General Assembly from 1953 to 54, the first woman and only Indian to have been appointed to this post. 1953 1954 കാലഘട്ടങ്ങളിൽ UN ജനറൽ അസംബ്ലിയുടെ 8ാമത്തെ പ്രസിഡന്റും അതുപോലെ തന്നെ എന്താണ് ഈ പദവിയിലേക്ക് വന്നു ആദ്യ വനിതയുമായിട്ടുണ്ടായിരുന്നു അല്ലെ. 79ാം നമ്മൾ ഓൾറെഡി പറഞ്ഞു വെൽമൻ യാങ് ആണ്. നെക്സ്റ്റ് എന്താണ് കറോൾ നവറോക്കി എലക്ടഡ് പ്രസിഡന്റ് ഓഫ് പോളണ്ട്. പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം വേണ്ടി പോരുതെന്നാണ് പറഞ്ഞില്ല അല്ലെ. സോ ഈ ഒരു പോളണ്ടിന്റെ പ്രസിഡന്റ് ആയിട്ട് ആര് വന്നിട്ടുണ്ട്? കറോൾ നവറോക്കി വന്നിട്ടുണ്ട്. ഓക്കെ, കറോൾ നവറോക്കി എ ഫോമർ ബോക്സർ has been elected as the next president of Poland, securing 50.89% of the vote in a tightly contested election against റാഫേൽ ട്രാസോസ്കി. ഓക്കെ, ആ പേര് വിട്ടേക്ക്. ആ പേരെന്താണ് വിട്ടേക്ക്. നമുക്ക് കറോൾ നവറോക്കിയുടെ പേര് മതി. സോ ഈ ഒരു കറോൾ നവറോക്കി ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിട്ട് റീസെന്റ് നിയമിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തു പറയും? ആ പോളണ്ടിന്റെ പ്രസിഡന്റ് ആയിട്ടാണ് അല്ലേ. ഇവിടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന ഡൊണാൾഡ് ട്രംപ് പിന്തുണച്ചു എന്ന് അദ്ദേഹം തന്നെ പറയുന്ന ഒരു പോളണ്ടിന്റെ പ്രസിഡന്റ് കൂടിയാണ് ഇദ്ദേഹം. അല്ലെങ്കിൽ തന്റെ ഐക്യദാർഢ്യം ഇന്ന വ്യക്തിക്കാണ്, താൻ ഇന്ന വ്യക്തി വിജയിച്ചാൽ താൻ ഇന്ന കാര്യങ്ങളെ സഹായിക്കുമെന്നൊക്കെ പറഞ്ഞ രീതിയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൂടെയുള്ള ഒരു വ്യക്തിയാണ് കറോൾ നവറോക്കി. അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. അശ്വിനി ലൊഹാനി അപ്പോയിന്റഡ് ഡയറക്ടർ ഓഫ് പ്രൈം മിനിസ്റ്റർ മ്യൂസിയം ആൻഡ് ലൈബ്രറി. പ്രധാനമന്ത്രി മ്യൂസിയം ആൻഡ് ലൈബ്രറി കൗൺസിൽ ഉണ്ടല്ലോ, അതിന്റെ ഡയറക്ടറായിട്ട് റീസെന്റ് നിയമിക്കപ്പെട്ട വ്യക്തിയാണ് അശ്വിനി ലൊഹാനി. ഫോമർ എയർ ഇന്ത്യ ചീഫ് കൂടിയായിരുന്നു അശ്വിനി ലൊഹാനി. നിങ്ങൾ ആ രീതിയിൽ ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ പേര് കേട്ടിട്ടുണ്ടാവും. ഫോമർ എയർ ഇന്ത്യ ചീഫ് അശ്വിനി ലൊഹാനി ആൻഡ് ഇന്ത്യൻ റെയിൽവേ സർവീസ് of a mechanical engineering officer of 1980 batch has been appointed as the director of Prime Minister's Museum and Library in New Delhi. He replaces former Power Secretary Sanchi Nandan Sahai. Already ഉണ്ടായിരുന്നു മുൻ പവർ സെക്രട്ടറി ആയിരുന്ന സഞ്ജി നന്ദൻ സഹായ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പദവിയിലേക്ക് ഇദ്ദേഹം വരുന്നത്. ഇനി എന്താണ് പ്രൈം മിനിസ്റ്റർ മ്യൂസിയം ആൻഡ് ലൈബ്രറി എന്ന് ചോദിച്ചാൽ ഇസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ദ മിനിസ്ട്രി ഓഫ് കൾച്ചർ.
ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് വരുന്നതെന്ന രീതിയിൽ നമുക്ക് ചോദ്യം വരാം അല്ലേ. മിനിസ്ട്രി ഓഫ് കൾച്ചറിന് അണ്ടറിലാണ്. പേര് പറയുന്നത് പോലെ ഇറ്റ് പ്രിസർവ്സ് ദ ലെഗസി ഓഫ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റേഴ്സ് ആൻഡ് ഹോസ്റ്റ് എക്സിബിഷൻസ് ഡോക്യുമെന്റ് ആൻഡ് ഡിജിറ്റൽ ആർക്കൈവ്സ്. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ചരിത്രങ്ങൾ, അവർ ചെയ്ത പ്രധാനപ്പെട്ട നിർണായക സംഭാവനകൾ, ഇതൊക്കെ എന്താണ് പ്രദർശിപ്പിക്കുന്ന ഒരു സ്ഥലമായിട്ട് കൂടിയാണ് പ്രൈം മിനിസ്റ്റർ മ്യൂസിയം ആൻഡ് ലൈബ്രറി വരുന്നത്. DRDO ചീഫ് ഡോക്ടർ സമീർ കമൽസ് ടെന്യൂർ എക്സ്റ്റൻഡ് അഗെയിൻ ബൈ 1 ഇയർ. അതായത് 2026 മെയ് മാസം വരെ ഇദ്ദേഹത്തിന് ടെന്യൂർ, സമീർ വി കമത്തിന് ടെന്യൂർ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഈ പറയുന്ന സമയത്ത് ഇദ്ദേഹത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ട് രാജേഷ് കുമാർ സിംഗ് എന്താണ് DRDOയുടെ ചീഫായിട്ട് വന്നിട്ടുണ്ട്. സോ അതുകൂടെ നിങ്ങൾ എന്താണ് ഇവിടെ ഒന്ന് രേഖപ്പെടുത്തുക, ശ്രദ്ധിക്കുക. സോ ഇതുവരെ നമ്മൾ പറയുമ്പം DRDOയുടെ ചീഫ് ആരാണ്? സമീർ വി കമ്മത്താണ്. സോ DRDOയുടെ ചീഫൊക്കെ പരീക്ഷയ്ക്ക് എന്തായാലും ചോദ്യങ്ങൾ വരും, അതിലൊരു സംശയമില്ല. സോ DRDOയുടെ ചീഫായിട്ട് സമീർ വി കമ്മത്തിനെ റീപ്ലേസ് ചെയ്ത് വന്നതാരാണ്? സമീർ വി കമ്മത്തിന്റെ ടെനർ നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, എക്സ്റ്റെൻഡ് ചെയ്ത് നൽകിയിട്ടുണ്ടായിരുന്നു ഗവൺമെന്റ്. സോ ദ സെൻട്രൽ ഗവൺമെന്റ് ഹാസ് ഗിവൺ എ 1 ഇയർ എക്സ്റ്റൻഷൻ ഡോക്ടർ സമീർ വി കമ്മത്ത് ഓഫ് ചീഫ് ഓഫ് DRDO. അതാണ് നമ്മൾ പഠിച്ചത്. 2026 മെയ് മാസം വരെ ഇദ്ദേഹത്തിന് ടെനർ എക്സ്റ്റെൻഡ് ചെയ്തു. പിന്നെ ടെനർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല, പുതിയ നിയമനം വന്നു. ഇത് ഓൾറെഡി ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ എക്സ്റ്റൻഷൻ ആയിരുന്നു. ഇദ്ദേഹം എന്താണ് 2022 ഓഗസ്റ്റ് 25 സമയത്ത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ആൻഡ് റിസർച്ച് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ DRDOയുടെ എന്താണ് സെക്രട്ടറി അല്ലെങ്കിൽ ചെയർമാൻ ആയിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. 1958 DRDO ഫോം ചെയ്തത്. പല SSC പരീക്ഷകൾക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ഒരു ചോദ്യമാണ് DRDO ഫോം ചെയ്ത വർഷം അല്ലേ. അതുപോലെ DRDOയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നും ചോദിക്കാറുണ്ട്. എൻ്റെ ഓപ്ഷനിൽ മുംബൈ, കൊൽക്കത്ത, ന്യൂഡൽഹി, ആഗ്ര എന്നൊക്കെ പറഞ്ഞ് തരാറുണ്ട്. സോ 1958 രൂപീകരിക്കപ്പെട്ട DRDOയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് DRDO ഭവൻ ന്യൂഡൽഹിയാണ് അല്ലേ. ഇനി പുതുതായിട്ട് നിയമിക്കപ്പെട്ട വ്യക്തി രാജേഷ് കുമാർ സിംഗ്. ആ പേര് നിങ്ങളൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കണം. സുഡാൻ അപ്പോയിന്റ്സ് കമീൽ ഇഡ്രിസ് ആസ് ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ സിൻസ് 2023 സിവിൽ വാർ. 2023 സിവിൽ വാറിന് ശേഷം എന്താണ് ചരിത്രത്തിൽ ആദ്യമായി സുഡാനിന് ഒരു പ്രധാനമന്ത്രി ലഭിച്ചു അല്ലേ. സോ അങ്ങനെ വന്ന പ്രധാനമന്ത്രിയാണ് കമിൽ ഇദ്രിസ്. സുഡാൻസ് മിലിറ്ററി ചീഫ് ജനറൽ അബ്ദുൽ ഫത്താഹ് ബുർഹാൻ അപ്പോയിന്റ് കമിൽ ഇദ്രിസ് ആസ് എ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ സിൻസ് സിവിൽ വാർ ഇറപ്റ്റഡ് ഇൻ 2023. 2023 സിവിൽ വാർ അവിടെ ആരംഭിച്ചതിന് ശേഷം അവർക്കൊരു പ്രധാനമന്ത്രി ഇല്ല. കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് അവർക്കൊരു പ്രധാനമന്ത്രി ഇല്ലായിരുന്നു. ഓക്കെ, അപ്പോയിന്റ്മെന്റ് മാർക്ക് സുഡാൻസ് ഫസ്റ്റ് PM സിൻസ് 2022. 2022 അവർക്ക് അവസാനമായിട്ട് അബ്ദുള്ള ഹംദോക്കിന് ഒരു പ്രധാനമന്ത്രിയായിട്ട് ലഭിച്ചത്. അതിനുശേഷം സിവിൽ വാറും കാര്യങ്ങളും. പിന്നെ 2022 അങ്ങനെ പോയി, 23 അങ്ങനെ പോയി, 24 അങ്ങനെ പോയി, ഇപ്പൊ 25 അവർക്കൊരു പ്രധാനമന്ത്രി ലഭിച്ചത്. സോ അങ്ങനെ തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വരാൻ വേണ്ടി സാധ്യതയുണ്ട്. സൊനാലി മിശ്ര ബിക്കം ഫസ്റ്റ് വുമൺ ടു ലീഡ് RPF അഥവാ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. RRB എക്സാംസിനൊക്കെ പഠിക്കുന്നവർക്ക് എന്താണ് ഈ ഒരു കാര്യം നമുക്ക് ചോദ്യമായിട്ട് വരാം. രണ്ട് രീതിയിലും, ഒന്ന് വുമൺ എംപവർമെന്റ് ആവും, അല്ലെങ്കിൽ എന്താണ് പുതിയ നിയമങ്ങളാവാം അല്ലെ. ആദ്യമായിട്ട് ചരിത്രത്തിൽ ഇതുവരെ RPFന്റെ തലപ്പത്തേക്ക് ഒരു വനിത വന്നിട്ടില്ല. ഓക്കെ, RPFന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് ഇതുവരെ ഒരു വനിത വന്നിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് സൊനാലി മിശ്ര അപ്പോയിന്റഡ്. Okay, Sonali Misra, a 1993 batch IPS officer, has been appointed as the first woman director general of the Railway Protection Force. RPF അഥവാ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ആദ്യത്തെ വുമൺ ഡയറക്ടർ ജനറൽ ആയിട്ട് സൊനാലി മിശ്ര നിയമിക്കപ്പെട്ടു. സൊനാലി മിശ്രാസ് അപ്പോയിന്റ്മെന്റ് വാസ് അപ്രൂവ്ഡ് ബൈ അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ്. ഓൾറെഡി എന്താണ് ACC അഥവാ അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ് ഈ ഒരു നിയമനം അപ്രൂവ് ചെയ്യുന്നുണ്ട്. And her tenure as director general will extend until superannuation on 31st ഒക്ടോബർ 2026. 2026 ഒക്ടോബർ 31 വരെ നിങ്ങൾ സേഫ് ആയിട്ട് പഠിച്ചു വെച്ചു. ഓക്കെ, സോ അത് കഴിഞ്ഞാൽ മാത്രം എന്താണ് പുതിയ നിയമനത്തെ പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി, അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അതുപോലെ നമ്മളിപ്പം RPFന്റെ ആദ്യത്തെ വുമൺ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് പോലെ തന്നെ BSFന്റെ ആദ്യത്തെ വുമൺ കമാൻഡർ കൂടിയായിരുന്നു. ഷീ ഓൾസോ ഫസ്റ്റ് വുമൺ BSF കമാൻഡർ ഓൾസോ അലോങ് ദ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ പഞ്ചാബ് 2021. അതുകൂടെ ഒന്ന് ഓർത്തു വെക്കണം. Center appoints Dr. Abhijit Seth as a new NMC chief. നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ പുതിയ ചീഫായിട്ട് റീസെന്റ് ആയിട്ട് ആര് വന്നിട്ടുണ്ട്? അഭിജിത്ത് സേത്ത് വന്നു അല്ലേ. ദ യൂണിയൻ ക്യാബിനറ്റ് ഹാസ് അപ്പോയിന്റഡ് അഭിജിത്ത് സേത്ത് ആസ് എ ന്യൂ ചെയർപേഴ്സൺ ഓഫ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ NMC അഥവാ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ പുതിയ ചീഫായിട്ട് ആര് വന്നിട്ടുണ്ട്? അഭിജിത്ത് സേത്ത് വന്നു. ദ യൂണിയൻ ക്യാബിനറ്റ് ഹാസ് അപ്പോയിന്റഡ് അഭിജിത്ത് സേത്ത് ആസ് എ ന്യൂ ചെയർപേഴ്സൺ ഓഫ് ദ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ, റീപ്ലേസിംഗ് സുരേഷ് ഗംഗാധർ who stepped down due to health
കൺസേൺ ഓൾറെഡി ഉണ്ടായിരുന്ന സുരേഷ് ഗംഗാധരനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് വന്നത്. ഓൾറെഡി നമ്മുടെ ബിജു സേത്ത് ഉണ്ടല്ലോ, അതേ നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ഇൻ സയൻസസ് NBEMS എന്ന് പറയും, അതിന്റെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. മാത്രമല്ല NMC-യുമായിട്ട് ബന്ധപ്പെട്ട സിസ്റ്റത്തിൽ മൊത്തം കറപ്ഷൻ കാര്യങ്ങളൊക്കെ ആരോപണം വന്നതിനെ തുടർന്നിട്ടാണ് ഈ ഒരു പുതിയ നിയമനം കൊണ്ട് ഉണ്ടായത്. ആർ ദുരൈസ്വാമി അപ്പോയിന്റ് ആസ് LIC MD ആൻഡ് CO ടിൽ 2028. ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ടുന്ന, പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കാൻ വേണ്ടി സാധ്യതയുള്ള ഒരു ചോദ്യമാണ് LIC MD ആൻഡ് CO, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അല്ലേ. അതിന്റെ MD ആൻഡ് CO മാറി മാറി വരുമ്പോൾ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാറില്ലേ? ഉണ്ട്. റീസെന്റ് ആയിട്ട് ആർ ദുരൈസ്വാമി എന്താണ് LICയുടെ MD ആൻഡ് CEO ആയിട്ട് വന്നു. ആർ ദുരൈസ്വാമി ചാർജ് ആസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. This follows the Department of Financial Services, Ministry of Finance notification appointing Mr. Doraiswamy MD as a CEO and MD of the state on insurer for 3 years. 3 വർഷത്തേക്ക്. അതായത് നമുക്കിപ്പം 2028 ഓഗസ്റ്റ് 28 വരെ നമുക്ക് ഈ ഒരു പേര് സേഫ് ആണ് അല്ലേ. അല്ലെങ്കിൽ അദ്ദേഹത്തിന് 62 വയസ്സ് വരെയാണ് ആ ഒരു ടെന്യർ. പൊതുവെ അങ്ങനെയാണ് വരുന്നത്, 3 വർഷം അല്ല 62 വയസ്സ് വരെയാണ്. സോ എന്തായാലും നിങ്ങൾ പഠിച്ചേക്കണം, പരീക്ഷയ്ക്ക് ചോദ്യം എന്തായാലും വരും. ഒരു സംശയം വേണ്ട, ആരാണ് നമ്മൾ LICയുടെ MD ആൻഡ് CEO എന്ന രീതിയിലുള്ള ചോദ്യം ഒരു സംശയമില്ലാതെ തന്നെ നമുക്ക് അവിടെ പഠിച്ചേക്കാം, ചോദ്യം വരും. സാഹിൽ കിനി നെയ്മഡ് ന്യൂ CEO ഓഫ് RBI ഇന്നൊവേഷൻ ഹബ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്നൊവേഷൻ ഹബ് ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. RBIയുടെ ഇന്നൊവേഷൻ ഹബിന്റെ പുതിയ CEO ആയിട്ട് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ RBIH എന്ന് പറയും. ഓക്കെ, RBIH എന്ന് വെച്ചാൽ റിസർവ് ബാങ്ക് ഇന്നൊവേഷൻ ഹബ്. അതിന്റെ പുതിയ CEO ആയിട്ട് ആര് വന്നു? സാഹിൽ കിനി. എ വെൽ നോൺ നെയിം ഇൻ ദ ഇന്ത്യൻ ഫിൻടെക് സ്പേസ് ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് എ ന്യൂ CEO ഓഫ് Reserve Bank Innovation Hub. In 2008, he co-founded Sedu, a financial technology company that was later acquired by Pine Labs in 2022. 2022 പൈൻ ലാബ്സ് ഏറ്റെടുത്ത സേതു എന്ന് പറയുന്ന ഫൈനാൻഷ്യൽ ടെക്നോളജി കമ്പനിയുടെ സ്ഥാപകൻ കൂടിയാണ്. അതിൽ സഹസ്ഥാപകരിൽ കോ-ഫൗണ്ടറിൽ ഒരാൾ കൂടിയായിരുന്നു ഇദ്ദേഹം. അതിനുശേഷം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്താണ് 2022 അവരുടെ RBI റിസർവ് ബാങ്ക് ഇന്നോവേഷൻ ഹബ് അവിടെ രൂപീകരിക്കുകയും ചെയ്തു. സുകന്യ സോനോവാൾ ബിക്കം കോമൺവെൽത്ത് യൂത്ത് പീസ് അംബാസഡർ. കോമൺവെൽത്തിന്റെ യൂത്ത് പീസ് അംബാസഡർ ആയിട്ട് റീസെന്റ് ആയിട്ട് നിയമിക്കപ്പെട്ട ഗുവാഹത്തി, അസമിലെ ഗുവാഹത്തി സ്വദേശിനിയാണ് സുകന്യ സോനോവാൾ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഗുവാഹത്തി സ്റ്റുഡന്റ് സുകന്യ സോനോവാൾ ഹാസ് ബീൻ selected as a Commonwealth Youth Peace Ambassador, a leadership position in Commonwealth Youth Peace Ambassador Network Executive Committee. Okay, so CYPAN അഥവാ കോമൺവെൽത്ത് യൂത്ത് പീസ് അംബാസഡർ നെറ്റ്വർക്ക് എന്ന് പറയും. അതിന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ റീസെന്റ് ആയിട്ട് അംഗമായിട്ട് നിയമിക്കപ്പെട്ട വനിതയാണ് സുകന്യ സോനോവാൾ. സൈപാൻ ഇസ് എ യൂത്ത് ലെഡ് ഇനീഷ്യേറ്റീവ് ദാറ്റ് ഓപ്പറേറ്റ്സ് അക്രോസ് 56 മെമ്പർ നാഷൻ. ഇതുമായിട്ട് ബന്ധപ്പെട്ട 56 മെമ്പർ നാഷൻ ഉണ്ടല്ലോ. പ്രധാനമായിട്ടും എന്താണ്? പീസ്, റെസ്പെക്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് വൈ കൗണ്ടറിങ് വയലന്റ് എക്സ്ട്രീമിസം. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റെം വൈബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിന്റെ കോ ഫൗണ്ടർ കൂടിയായിരുന്നു സുകന്യ സോനോവാൾ. അതൊക്കെ കൊണ്ട് തന്നെയാണ് സ്റ്റെം എന്ന് പറയുമ്പോൾ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ആണ്. അതിന് ഫൗണ്ടർ കൂടിയായിരുന്നു. ICC ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ അപ്പോയിന്റ് സഞ്ജോഗ് ഗുപ്ത ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ICC എന്ന് പറയുമ്പോൾ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ലോകത്തിലെ അപെക്സ് ബോഡിയാണ് അല്ലേ. ഫിഫ ഫുട്ബോൾ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ തന്നെ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ലോകത്തിലെ അപെക്സ് ബോഡിയാണ് ICC അഥവാ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ. അതിന്റെ തലപ്പത്തേക്ക് റീസെന്റ് ആയിട്ട് നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? സഞ്ജോഗ് ഗുപ്തയാണ്. അദ്ദേഹം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ടാണ് നിയമിക്കപ്പെട്ടത്. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റർ സഞ്ജു ഗുപ്ത ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് എ ന്യൂ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ദ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ അഥവാ ICC. In November 2024, he became CEO of Geo Star Sports. Geo Star Sports എന്നല്ല, Geo Star എന്നാണ്. ഓക്കെ, ആഫ്റ്റർ ദ മേജർ ഓഫ് Viacom 18 ആൻഡ് ഡിസ്നി സ്റ്റാർ. Viacom 18 എന്ന് പറയുമ്പോൾ ജിയോയുമായിട്ട് ബന്ധപ്പെട്ട ബോഡിയാണ്. ഡിസ്നി സ്റ്റാർ എന്ന് പറയുമ്പോൾ ഡിസ്നി പ്ലസുമായിട്ട് ബന്ധപ്പെട്ട, മുൻപ് നമ്മുടെ ഹോട്ട് സ്റ്റാർ ഒക്കെ ഉണ്ടായിരുന്നില്ലേ, ഇപ്പം ഡിസ്നി സ്റ്റാർ ഒക്കെ മാറി, ഹോട്ട് സ്റ്റാർ ഒക്കെ മാറി ജിയോ സ്റ്റാർ ആയിട്ട് മാറി. ഓൾറെഡി ഉണ്ടായിരുന്ന ജിയോ അലാഡൈസിന്റെ പേര് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയാണ് റീപ്ലേസ് ചെയ്ത് പുതിയ നിയമനത്തിലേക്ക് വന്നത്. സെലക്ഷൻ കമ്മിറ്റി അംഗങ്ങളിൽ മെയിനായിട്ട് നമ്മുടെ ഇന്ത്യ BCCI-യുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾ, ശ്രീലങ്കയുടെ SLC, ഇംഗ്ലണ്ട് ECB, അതുപോലെ തന്നെ ICC ഡെപ്യൂട്ടി ചെയർമാനുള്ള ഇമ്രാൻ ഖ്വാജയൊക്കെ ഉണ്ടായിരുന്നു. ICC ചെയർമാൻ എന്ന് പറയുന്നത് ജയ്ഷാ, നമ്മുടെ അമിത്ഷായുടെ മകനാണ്. അതുപോലെ ICCയുടെ ചെയർമാനാവുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയൊക്കെ ആയിരുന്നു ജയ്ഷാ. ജെന്നിഫർ ഗീർലിംഗ്സ് സൈമൺസ് ബിക്കം സുരിനെയിംസ് ഫസ്റ്റ് വുമൺ പ്രസിഡന്റ്. ഒരു
രാജ്യത്തും ആദ്യമായിട്ടൊരു വനിത അവരുടെ പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ ഒക്കെ ആവുന്ന സമയത്ത് അത് ചോദ്യങ്ങളായിട്ട് വരാറുണ്ട്. അത്തരത്തിൽ സുരിനെയിം എന്ന് പറഞ്ഞ രാജ്യത്തിന് അവരുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ലഭിച്ചു. ആരാണ്? ജെന്നിഫർ ഗീർലിംഗ്സ് ആണല്ലേ. സുരിനെയിംസ് പാർലമെന്റ് ഓൺ ജൂലൈ 6, 2025 elected physician ജെന്നിഫർ ഗീർലിംഗ് സൈമൺസ് as country's ഫസ്റ്റ് ഫീമെയിൽ പ്രസിഡന്റ്. എന്താണ് ഈ പറയുന്ന സുരിനെയിമിന്റെ ആദ്യത്തെ വുമൺ പ്രസിഡന്റ് ആരാണ്? ജെന്നിഫർ ഗീർലിംഗ് സൈമൺസ് ആണ്. ഗീർലിംഗ് സൈമൺസ് എ കോൺഗ്രസ് വുമൺ ran unopposed after her party formed a coalition aimed at ousting the country's current leader following a May election with no clear winner. ആ സമയത്ത് ഒരു ക്ലിയർ വിന്നർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു കൊയിലീഷൻ ഗവൺമെന്റ് ഒക്കെ ആയിട്ടാണ് വന്നത്. അവർ നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വക്താവാണെന്ന് കൂടെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അവർ പേര് തന്നെ ഓർത്ത് വെച്ചാൽ മതി. ഇനി ഉറപ്പായിട്ട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് റോ അഥവാ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് അല്ലെ. അതിന്റെ പുതിയ ചീഫായിട്ട് ആര് വന്നു? പരാഗ് ജെയിൻ വന്നു. ദ ഗവൺമെന്റ് ഹാസ് അപ്പോയിന്റഡ് സീനിയർ IPS ഓഫീസർ പരാഗ് ജെയിൻ ആസ് ദ നെക്സ്റ്റ് സെക്രട്ടറി ഓഫ് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ഫോർ എ ടേം ഓഫ് 2 years. 2 വർഷത്തെ ടെന്യൂറിലേക്ക് 2025 2026 2026 ഒരു ടെന്യൂറിലേക്കാണ്. എന്നാൽ 2026 വരെ കംപ്ലീറ്റ് ആയിട്ട് ഇദ്ദേഹം ഉണ്ടാവും, ഉറപ്പാണ്. പരാഗ് ജെയിൻ എന്താണ്? റോയുടെ പുതിയ ചീഫായിട്ട് ഇതുപോലുള്ള റോ പ്രത്യേകിച്ച് അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ് ആണ്. റോ ആയിക്കോട്ടെ, അതുപോലെ തന്നെ IB ആയിക്കോട്ടെ, ഇതിന്റെ ചെയർപേഴ്സണെ നിയമിക്കുന്നവരാണ് അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ് ആണ്. രവി സിൻഹയെ കുറിച്ച് മുൻപ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം റോയുടെ ചീഫായ സമയത്ത് അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് പരാഗ് ജെയിൻ അധികാരത്തിലേക്ക് വന്നത്. രവി അഗർവാൾസ് tenure as TBDT chairman extended till 2026. 2026 ജൂൺ മാസം വരെ രവി അഗർവാൾ എന്താണ് CBDT അഥവാ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസിന്റെ ചെയർമാനായിട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു. നമുക്ക് കിട്ടുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം ജൂൺ മാസത്തിൽ ആ ഒരു നിയമനമുണ്ടല്ലോ അത് പിന്നെയും എക്സ്റ്റെൻഡ് ചെയ്യുന്നു. റീ അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന ഇദ്ദേഹത്തെ വീണ്ടും അപ്പോയിന്റ് ചെയ്തു. അല്ലെങ്കിൽ എന്താണ് CBDT ചെയർമാനായിട്ട് ഇനി അങ്ങോട്ടും എന്താണ് ഇദ്ദേഹം തന്നെയാണ്. ഒരു മാറ്റം വരുന്നത് വരെ ഇദ്ദേഹം തന്നെയായിരിക്കും. ഒഫീഷ്യൽ ആയുള്ള സ്റ്റേറ്റ്മെന്റ് പ്രകാരം the appointment committee of cabinet has approved the reappointment of Ravi Agarwal as chairman of Central Board of Directors. CBDT chairman ആയിട്ട് അദ്ദേഹം വന്നു അല്ലേ. The apex policy making body of income tax department, നമ്മുടെ IT ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട അപെക്സ് പോളിസി മേക്കിംഗ് ബോഡിയാണ് CBDT. അല്ലെങ്കിൽ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന ബോഡി കൂടിയാണ് എന്താ CBDT. സോ ഇദ്ദേഹത്തിന്റെ ടെന്യൂർ എന്താണ്? വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തു. 2026 ജൂൺ കഴിഞ്ഞിട്ടും ഇദ്ദേഹം തന്നെയാണ് വരുന്നത്. CBDTയുടെ ഹെഡ് എന്ന് പറഞ്ഞൊരു ചെയർമാൻ ഉണ്ട്. അതുപോലെ തന്നെ മാക്സിമം 6 മെമ്പേഴ്സ് വരെ സാധിക്കും അല്ലേ. സു ജിയായി അപ്പോയിന്റ് ആസ് എ ന്യൂ AIIB പ്രസിഡന്റ് സക്സീഡ്സ് ജിൻ ലുക്കിൻ. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് അതിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് ജിൻ ലുക്കിൻ. ഈ ജിൻ ലുക്കിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് റീസെന്റ് ആയിട്ട് സു ജിയായി എന്താണ് AIIBയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നു. ചൈനാസ് ഫോമർ Vice Finance Minister Zhu Jiai was named as the next president of Asian Infrastructure Investment Bank. Zhu will take over from Jean Likin, the founding president, starting her 5-year term, January 16, 2026. So, അതിന്റെ ടെന്യൂറും കാര്യങ്ങളൊക്കെ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. സോ AIIB അഥവാ ഏഷ്യ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് എന്ന് പറയുന്ന മൾട്ടിലാറ്ററൽ ഡെവലപ്മെന്റ് ബാങ്ക് ആണ്. ഒന്നിലധികം രാജ്യങ്ങൾ ഇതിൽ ഭാഗമായിട്ട് വരുന്നുണ്ട്. 2016 ആരംഭിച്ചു. ഇതിൽ മെജോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞ ചൈനയാണ്. 26.54% വോട്ടിംഗ് ഷെയർസ് ചൈനയ്ക്ക് വരുന്നുണ്ട്. ഇന്ത്യ 7.58%, പിന്നെ റഷ്യയും ജർമ്മനിയൊക്കെയാണ് ഇതിലായിട്ട് ഭാഗമായിട്ട് വരുന്നത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിക്കുകയാണെങ്കിൽ ചൈനയിലെ ബീജിംഗ് ആണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ശിവ സുബ്രഹ്മണ്യൻ രാമൻ takes charge as new PFRDA chairperson for 5-year terms. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ പുതിയ ചെയർപേഴ്സൺ ആയിട്ട് ആര് വന്നു? ശിവ സുബ്രഹ്മണ്യൻ രാമനാണ് അല്ലേ. ശിവ സുബ്രഹ്മണ്യൻ രാമൻ ഹാസ് അസ്യൂംഡ് ചാർജ് ആസ് എ ചെയർപേഴ്സൺ ഓഫ് പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ആണ് 20th June 2025. ഓൾറെഡി ഉണ്ടായിരുന്ന ദീപക് മോഹൻറ്റിയെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ശിവ സുബ്രഹ്മണ്യൻ രാമന്റെ ഈ ഒരു നിയമനം. He has been appointed for a tenure of 5 years with effect from the date of assumption of charge of the post or till he attains the age of 65 years or until further orders whichever is earlier. നമുക്ക് ഇവിടെ നോക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന PFRD അഥവാ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ചെയർപേഴ്സണെ ടെന്യൂർ ആണ്. ഒന്നുകിൽ ഇദ്ദേഹം എന്താണ് 5 വർഷം വരെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി സാധിക്കും. ഇനി 5 വർഷം എത്തുന്നതിന് മുൻപ് അദ്ദേഹത്തിന് 65 വയസ്സാവുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ആ ടെന്യൂർ അവിടെ അവസാനിക്കും അല്ലേ. അതുകൂടെ ഓർത്ത് വെച്ചാൽ ഇനി ശിവസുബ്രഹ്മണ്യൻ രാമനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ സിഡ്ബി ഉണ്ടല്ലോ,
അതിനെ മുൻ CMD ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുണ്ടായിരുന്ന വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. വൈസ് അഡ്മിറൽ സഞ്ജയ് വാത്സ്യൻ അസ്യൂം ചാർജ് ആസ് വൈസ് ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ്. നേവൽ സ്റ്റാഫിന്റെ ചീഫ് അല്ലാതെ വൈസ് ചീഫ് ഒക്കെ പരീക്ഷയ്ക്ക് നേവൽ ആയിക്കോട്ടെ, ആർമി ആയിക്കോട്ടെ, എയർഫോഴ്സ് ആയിക്കോട്ടെ, അതിന്റെയൊക്കെ വൈസ് ചീഫ് നമുക്കിപ്പോ പരീക്ഷയിൽ ചോദ്യങ്ങളായിട്ട് കാണാറുണ്ട് അല്ലേ. സോ അത്തരത്തിൽ നേവൽ സ്റ്റാഫിന്റെ വൈസ് ചീഫായിട്ട് നിയമിക്കപ്പെട്ട വ്യക്തിയാണ് സഞ്ജയ് വാത്സ്യൻ. വൈസ് അഡ്മിറൽ സഞ്ജയ് വാത്സ്യൻ ഹാസ് ടേക്കൻ ചാർജ് ആസ് 47th വൈസ് ചീഫ് ഓഫ് ദ നേവൽ സ്റ്റാഫ് ഓൺ ഓഗസ്റ്റ് 1, 2025. 2025 ഓഗസ്റ്റ് 1 എന്താണ് ഈ പറയുന്ന നമ്മുടെ നേവൽ സ്റ്റാഫിന്റെ വൈസ് ചീഫായിട്ട് 47ാമത്തെ വൈസ് ചീഫായിട്ട് ഇദ്ദേഹം നിയമിക്കപ്പെട്ടു. ആ ഒരു കാര്യം മെയിൻ ആയിട്ടൊന്ന് ഓർത്തു വെച്ചാൽ മതി. എ രാജരാജൻ ടു ഹെഡ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ VSSC എന്ന് പറയാം അല്ലെ. തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ചെയർപേഴ്സൺ ആയിട്ട് ഓൾറെഡി ഉണ്ടായിരുന്ന ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായർ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം എന്താണ് ഈ ഒരു പദവിയിലേക്ക് വന്നിട്ടുള്ളത്. Dr. A. Rajarajan appointed as a new director of Vikram Sarabhai Space Center in Thiruvananthapuram effective August 1, 2025. 2025 August 1 onwards ആണ്. He succeeds Dr. S. Unnikrishnan Nair, who retired on July 31st, 2025. 2025 ജൂലൈ 31 ഉണ്ണികൃഷ്ണൻ നായർ എന്താണ് റിട്ടയർ ചെയ്യേണ്ടായിരുന്നു അല്ലേ. ഡോക്ടർ A. Rajarajan prior to this appointment served as a director of Satish Dhawan Space Center, Sriharikota, one of ISRO's most crucial ഫെസിലിറ്റീസ് ഫോർ ലോഞ്ച് ഓപ്പറേഷൻ. തീർച്ചയായിട്ടും ശ്രീഹരിക്കോട്ട ആ ഒരു സ്പേസ് സെന്റർ ഉണ്ടല്ലോ, അവിടെയാണ് ISROയുടെ ലോഞ്ച് ഓപ്പറേഷൻസ് മെയിൻ ആയിട്ട് നടക്കുന്നത്. മറ്റ് ലോഞ്ച് പാഡ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. ലഫ്റ്റനന്റ് ജനറൽ പുഷ്പേന്ദ്ര സിംഗ് ടു ടേക്ക് ചാർജ് ആസ് നെക്സ്റ്റ് വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ്. ആർമി സ്റ്റാഫിന്റെ വൈസ് ചീഫ് കൂടെ നോക്കാം അല്ലെ. VCOAS എന്ന് പറയും. ഓക്കെ, വികോസ എന്ന് പറയും. ഓക്കെ, ലഫ്റ്റനന്റ് ജനറൽ പുഷ്പേന്ദ്ര സിംഗ് വിൽ അസ്യൂം ദ പോസ്റ്റ് ഓഫ് വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് on 1st August 2025, succeeding Lieutenant General NS Raja Subramanian. NS Raja Subramanian replaced the നിയമനം. He participated in key operations such as Operation Pawan, Operation Meghdoota, Operation Rakshagan, Operation Orchid. ഇതുപോലുള്ള ഓപ്പറേഷൻ പവൻ ആയിക്കോട്ടെ, ഓപ്പറേഷൻ മേഘ്ദൂത് ആയിക്കോട്ടെ, ഓപ്പറേഷൻ രക്ഷക ആയിക്കോട്ടെ, ഓപ്പറേഷൻ ഓർക്കിഡ് ആയിക്കോട്ടെ, ഇതിലൊക്കെ ഭാഗമായിട്ടുണ്ടായിരുന്ന വ്യക്തി കൂടിയാണ് ലഫ്റ്റനന്റ് ജനറൽ പുഷ്പേന്ദ്ര സിംഗ്. He also has rich international combat experience, having served in United Nations peacekeeping mission in Lebanon and ശ്രീലങ്ക. ശ്രീലങ്കയിൽ ലെബനിലൊക്കെ എന്താണ് യുണൈറ്റഡ് നേഷനുമായിട്ട് ബന്ധപ്പെട്ട പീസ് കീപ്പിംഗ് മിഷനിലെ ഭാഗമായിട്ടുള്ള വ്യക്തി കൂടിയാണ്. ഖാലിദ് ജമീൽ അപ്പോയിന്റഡ് ആസ് ഇന്ത്യൻ ഫുട്ബോൾ ടീം ഹെഡ് കോച്ച്. നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ഹെഡ് കോച്ചായിട്ട് റീസെന്റ് ആയിട്ട് നിയമിക്കപ്പെട്ട വ്യക്തിയാണ് ആര്? ഖാലിദ് ജമീൽ. 2025 ഓഗസ്റ്റ് മാസത്തിലാണ് നിയമനം വന്നെങ്കിലും സ്റ്റിൽ നമ്മളിപ്പോൾ പറയുന്ന സമയത്തും ഇദ്ദേഹം തന്നെയാണ് ഇതുപോലെ കോച്ച് ചെയ്യുന്ന. അങ്ങനെ പെട്ടെന്ന് മാറ്റില്ല, എന്തായാലും ഒരു 1-2 വർഷമൊക്കെ അല്ലെങ്കിൽ ഒരു മേജർ ടൂർണമെന്റ് ഒക്കെ വരെ നോക്കും, അതൊക്കെ കഴിഞ്ഞിട്ടേ മാറ്റത്തുള്ളൂ. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ AIFF എന്ന് പറയും on 1st August 2025 appointed ഖാലിദ് ജമീൽ ആസ് എ ഹെഡ് കോച്ച് ഓഫ് സീനിയർ മെൻസ് ഇന്ത്യൻ നാഷണൽ ടീം. ഇന്ത്യൻ നാഷണൽ ടീമിന്റെ സീനിയർ മെൻസ് ടീമിന്റെ കോച്ചായിട്ട് ആരെ നിയമിച്ചു? ഖാലിദ് ജമീലിനെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. He has been conferred with the AIFF Men's Coach of the Year award twice in 2023, 24 and 24, 25. 2023, 24, 24, AIFF ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ മെൻസ് കോച്ച് ഓഫ് ദി ഇയർ അവാർഡ് 2 തവണ സ്വന്തമാക്കിയ വ്യക്തി കൂടിയാണ്. അതുപോലെ ഒരു മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് മെൻസ് ഫുട്ബോൾ ടീമിന്റെ കോച്ചായിരുന്നു മനോൽ മാക്യൂസ്. മനോൽ മാക്യൂസ് ഇന്ത്യക്കാരനല്ല, ഒരു ഇന്ത്യക്കാരൻ ഈ പറയുന്ന ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ഹെഡ് കോച്ചായിട്ട് വരുന്നതും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്. അവസാനമായിട്ട് 2011-12 സാവിയോ എന്താണ് ഇത്തരത്തിൽ ഇന്ത്യക്കാരൻ ഇന്ത്യയുടെ ഫുട്ബോൾ ടീമിന്റെ കോച്ചായ നിർത്തിയത് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഖാലിദ് ജമീൽ ഈ ഒരു നിയമനത്തിലേക്ക് വരുന്നത്. ഉത്പൽ കുമാർ സിംഗ് അപ്പോയിന്റ് സൻസദ് TV CEO. എന്താണ്? ലോക്സഭ സെക്രട്ടറി ജനറൽ ആയിരുന്ന ഉത്പൽ കുമാർ സിംഗ്, അദ്ദേഹം എന്താണ് നമ്മുടെ സൻസദ് TV ഉണ്ടല്ലോ അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് നിയമിക്കപ്പെട്ടിട്ടുണ്ട്. ആക്ച്വലി സൻസദ് TV എന്ന് പറഞ്ഞ മുൻപുണ്ടായിരുന്ന ലോക്സഭ ടിവിയുടെ രാജ്യസഭ ടിവിയുടെ ഒരു മെർജർ ഫോമാണ്. ഓക്കെ, one of Singh's most remarkable contribution was his role in the rebuilding of Kedarnath after devastating 2013 ഫ്ലഡ്. 2013 ഫ്ലഡിൽ കേദാർനാഥ് കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അതിനെ വീണ്ടും എന്താണ് റീഡെവലപ്പ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിർണായക പങ്ക് ഉത്പൽ കുമാർ സിംഗ് വഹിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ദീപക് ബാംഗ്ല അപ്പോയിന്റ് ആസ് മിഷൻ ഡയറക്ടർ ഓഫ് അടൽ ഇന്നൊവേഷൻ മിഷൻ. അടൽ ഇന്നൊവേഷൻ മിഷന്റെ മിഷൻ ഡയറക്ടറായിട്ട് റീസെന്റ് ആയിട്ട് നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? ദീപക് ബാംഗ്ലയാണല്ലേ.
Deepak Bangla has been appointed as a new mission director of Adal Innovation Mission, AIM, AIM അല്ലെങ്കിൽ Adal Innovation Mission എന്ന് പറയും. അതിന്റെ പുതിയ മിഷൻ ഡയറക്ടർ ആരായിരുന്നു? ദീപക് ബാംഗ്ലയാണ്. This move is considered pivotal as the government of India aims to strengthen its innovation and entrepreneurship landscape. The Adal Innovation Mission is a flagship initiative under Niti Aayog launched to foster a culture of innovation, creativity and entrepreneurship. 2016 ഈ പറയുന്ന അടൽ ഇന്നൊവേഷൻ മിഷൻ ലോഞ്ച് ചെയ്യുന്നത്. പ്രൊഫസർ ഉമ കാഞ്ചിലാൽ അപ്പോയിന്റ് ആസ് ഫസ്റ്റ് വുമൺ വൈസ് ചാൻസലർ ഇഗ്നോ. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ വുമൺ വൈസ് ചാൻസലർ ആയിട്ട് ആര് വന്നിട്ടുണ്ട്? ഉമ കാഞ്ചിലാൽ വന്നു അല്ലേ. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഹാസ് റീച്ച്ഡ് എ ഹിസ്റ്റോറിക് മൈൽസ്റ്റോൺ വിത്ത് ദ അപ്പോയിന്റ്മെന്റ് ഓഫ് പ്രൊഫസർ ഉമ കാഞ്ചിലാൽ ആസ് ഇറ്റ്സ് ഫസ്റ്റ് വുമൺ വൈസ് ചാൻസലർ. ഈ പറയുന്ന ഇഗ്നോയുടെ ആദ്യത്തെ വുമൺ വൈസ് ചാൻസലർ ആരാണ്? ഉമ കാഞ്ചിലാലാണ്. ആ പേര് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് വന്ന ചോദ്യം തന്നെയാണ്. സോ ഇനിയും വുമൺ എംപവർമെന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ട് ഒരു വനിത ഇത്തരത്തിലുള്ള പദവിയിലേക്ക് വന്നു, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ നമുക്ക് വരും. ഓക്കെ, ഇഗ്നോ ഇസ് റെക്കഗ്നൈസ്ഡ് ആസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി കാറ്ററിംഗ് ടു ഓവർ 3 മില്യൺ ലേണേഴ്സ് അക്രോസ് മോർ ദാൻ 40 കൺട്രീസ്. 40 രാജ്യങ്ങളിലായിട്ട് 3 മില്യൺസോളം ലേണേഴ്സ് ഇഗ്നോയുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. He has played a key role in India's e-learning revolution as a national coordinator of Swayam and Swayam Prabha platform. സ്വയം പ്ലാറ്റ്ഫോം, അതുപോലെ സ്വയം പ്രഭ പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ. എന്താണ്? എഡ്യൂക്കേഷൻ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഈ ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ട പ്ലാറ്റ്ഫോംസ് ആണ് അല്ലേ. സ്വയം പ്രഭ എന്ന് പറയുന്നത് 34ഓളം DTH ചാനലിന്റെ ഒരു ഗ്രൂപ്പാണ്. നമ്മുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണിത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഈ ഒരു പ്രൊഫസർ ഉമാ കാഞ്ചിലാലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കൂടെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. സോ ഇഗ്നോയുടെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലർ അഥവാ VC ആരാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ഉമാ കാഞ്ചിലാലാണെന്ന് പറയാൻ വേണ്ടി സാധിക്കണം. സഞ്ജി കൗൾ അപ്പോയിന്റ് CEO ഗിഫ്റ്റ് സിറ്റി ഗാന്ധിനഗർ. ഗാന്ധിനഗർ ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റി അല്ലേ. എന്താണ് ഗിഫ്റ്റിന്റെ ഫുൾ ഫോം? ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റ് അല്ലേ, ഇത് വേറെയാണ്. ഗുജറാത്ത് ഇന്റർനാഷണൽ ഫൈനാൻസ് ടെക് സിറ്റി എന്നാണ് ഗിഫ്റ്റിന്റെ ഫുൾ ഫോം. ഗാന്ധിനഗറിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരള കേഡറിലെ IAS ഓഫീസർ ആയിരുന്ന സഞ്ജി കൗളാണ് റീസെന്റ് ആയിട്ട് ഈ ഒരു നിയമനത്തിലേക്ക് വന്നത്. Kerala cadre senior IAS officer Sanjay Kaul has officially assumed the role of managing director and the group CEO of Gujarat International Finance Tech City in Gandhinagar. He succeeds Taban Rai, who led the city through transformative growth phase starting from 2019. Gift City is India's first international finance service center and a model smart city initiative of national significance. Okay, Gift City basic ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. യൂലിയ സുരിഡിൻകോ appointed as ന്യൂ പ്രൈം മിനിസ്റ്റർ ഓഫ് ഉക്രൈൻ. ഉക്രൈന്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കപ്പെട്ട വ്യക്തിയാണ് യൂലിയ സ്വിരിഡിൻ സ്വിരിഡിൻകോ. ഓക്കെ, സ്വിരിഡെങ്കോ എന്ന് പറയാം. അതിനാണ് സ്പ്ലിറ്റ് ചെയ്ത് വായിച്ചത്. യൂലിയ സ്വിരിഡിൻകോ എന്താണ്? ഉക്രൈൻ ഓൾറെഡി നമുക്കറിയാം വോളോഡിമർ സെലൻസ്കി ആണ് ഉക്രൈന്റെ പ്രസിഡന്റ്. സോ ആ ഒരു സാഹചര്യത്തിൽ ഉക്രൈനും റഷ്യയുമായുള്ള യുദ്ധമൊക്കെ നമുക്ക് ഇവിടെ ഓർമ്മയുണ്ട്. സോ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഉക്രൈന്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് ഒരു വനിത വരുന്നത്, യൂലിയ സ്വിരിഡെങ്കോ. ഓൺ ജൂലൈ 17 ഉക്രൈൻ പാർലമെന്റ് വെർഖോവ്ന റാഡ. ഉക്രൈൻ നമ്മളിപ്പം ലോക്സഭ രാജ്യസഭ എന്നൊക്കെ പറയുന്നില്ല, അതുപോലെ തന്നെ ഉക്രൈന്റെ പാർലമെന്റിന്റെ പേരാണ് വെർഖോവ്ന റാഡ. അപ്രൂവ്ഡ് നോമിനേഷൻ ഓഫ് യൂലിയ സ്വിരിഡെങ്കോ കൺട്രീസ് 19th പ്രൈം മിനിസ്റ്റർ. ആ രാജ്യത്തിന്റെ 19ാം പ്രൈം മിനിസ്റ്റർ ആണ് അല്ലെ. ഉക്രൈന്റെ പ്രസിഡന്റ് ആരാണ്? വോളോഡിമർ സെലൻസ്കി ആണ്. അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വെച്ചാൽ മതി. ഡോക്ടർ സൈമ ബഹോസ് ബിഗിൻ സെക്കൻഡ് ടേം അറ്റ് UN വുമൺ. UN വുമണിലേക്ക് തന്റെ രണ്ടാമത്തെ ജൈത്രയാത്ര ആര് തുടക്കം കുറിച്ചു? ഡോക്ടർ സൈമ ബഹോസ് തുടക്കം കുറിച്ചു അല്ലെ. ഡോക്ടർ സൈമ ബഹോസ ജോർദാനിയൻ ഡിപ്ലോമാറ്റ് ഹാസ് ബീൻ റീഅപ്പോയിന്റഡ് ഫോർ എ സെക്കൻഡ് ടേം ആസ് ദ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് UN വുമൺ ബൈ യുണൈറ്റഡ് നേഷൻസ് സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ്. ആരാണ് ഈ ഒരു നിയമനം നടപ്പിലാക്കുന്നത്? ആന്റോണിയോ ഗുട്ടറസ് ആണ്. Her renewed mandate, effective from September 15, 2025, comes at critical times as the organization advances its newly approved strategy plan for 2026-29. 2026-2023-29 ഒരു സ്ട്രാറ്റജി പ്ലാൻ ഒക്കെ അപ്രൂവ് ചെയ്ത വേളയിലാണ് ഈ ഒരു റീഅപ്പോയിന്റ്മെന്റും കാര്യങ്ങളും വരുന്നത്. ഓക്കെ, അൽബേനിയ അപ്പോയിന്റഡ് വേൾഡ്സ് ഫസ്റ്റ് AI ക്യാബിനറ്റ് മിനിസ്റ്റർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാബിനറ്റ് മിനിസ്റ്റർ അല്ലേ. മനുഷ്യന്മാരെയൊക്കെ മാറ്റിയിട്ട് എന്താണ് AIനെ ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിട്ട് കൊണ്ടുവരുന്നു. ഇതെന്തിനാന്ന് വെച്ചാൽ മനുഷ്യന്മാർ വന്നാൽ കറപ്ഷൻ എല്ലാവരുടെയും കാര്യമൊന്നുമല്ല പറയുന്നത്. നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടൊക്കെ ചെയ്യുന്ന ഒരുപാട് പൊളിറ്റീഷ്യൻസ് ഒക്കെ ഉണ്ട്. പൊളിറ്റീഷ്യൻസ് ബ്യൂറോക്രാറ്റ്സ് ഒക്കെ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്.
പക്ഷെ എന്നാലും എന്താണ് ഒരു വിഭാഗം ആളുകൾ കറപ്ഷൻ മാത്രം നോക്കി നടക്കുന്ന വിഭാഗം ആളുകൾ ഉണ്ട്. സോ കറപ്ഷന്റെ പ്രശ്നങ്ങൾ പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ക്യാബിനറ്റ് മിനിസ്റ്ററെ കൊണ്ടുവന്നത്. അൽബേനിയാസ് അപ്പോയിന്റഡ് ദ വേൾഡ്സ് ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ എ ഐ ജനറേറ്റഡ് ഗവൺമെന്റ് മിനിസ്റ്റർ വിത്ത് ദ ഗോൾ ടു മേക്ക് എ നാഷണൽ കറപ്ഷൻ ഫ്രീ. അഴിമതിയും കാര്യങ്ങളും പരമാവധി കുറക്കാൻ വേണ്ടി ഉറപ്പാക്കാനല്ലേ കുറക്കാനാണ് അൽബേനിയയുടെ പ്രൈം മിനിസ്റ്റർ ഇഡി റാമയാണ് ഇത് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചത്. അങ്ങനെ ഈ ഒരു ഡിജിറ്റൽ അസിസ്റ്റന്റിന് പേര് കൊടുക്കണ്ടേ? DLA എന്നാണ് അതിന്റെ പേര് നൽകിയത്. ഓക്കെ, ദ ഡിജിറ്റൽ അസിസ്റ്റന്റ് നെയ്മഡ് DLA മീനിങ് സൺ ആൻഡ് ഹാസ് ബീൻ ആസ്കിംഗ് പീപ്പിൾ ഹൗ ടു നാവിഗേറ്റ് ഗവൺമെന്റ് സർവീസ് ഓൺലൈൻ സിൻസ് ജനുവരി. ഓക്കെ, DLA എന്നാണ് അതിന്റെ പേര്. പ്രൈം മിനിസ്റ്റർ ഇഡി റാമ said that DLA has been given responsibility of taking all decision related to the public tenders, making them 100% corruption free. So പബ്ലിക് ടെൻഡേഴ്സുമായിട്ട് പലപ്പോഴും വരുന്ന പ്രശ്നമല്ല ടെൻഡർ 100 കോടിയുടെ ടെൻഡർ. നമ്മൾ എന്താണ് ആകെ 100 കോടിയുടെ ടെൻഡറാണ്, അതിന് 120 കോടി ബില്ലിടും, 20 കോടി അങ്ങനെ പോകും ഇങ്ങനെ പോകും എന്നൊക്കെ പറഞ്ഞ കറപ്ഷനൊക്കെ പൊതുവേ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇതൊക്കെ എല്ലാം എന്താണ് സിസ്റ്റമാറ്റിക് ആയിട്ട്, കാരണം AI ആണ്, സിസ്റ്റമാറ്റിക് ആയിട്ടും പ്രോപ്പർ ആയിട്ടാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും കറപ്ഷനോ കാര്യങ്ങളോ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് AI അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇതിന്റെ ഫിഗർ കണ്ടാൽ അല്ലെങ്കിൽ ഈ ഒരു ഫിഗർ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അല്ലേ എന്താണ് ഒരു ട്രഡീഷണൽ അർബേനിയൻ ഗാർബൊക്കെ ധരിച്ചുകൊണ്ടുള്ള ഒരു വുമൺ ആണ് അവരുടെ. ആ വുമണിന്റെ പേരാണ് DLA എന്നത്. CP രാധാകൃഷ്ണൻ സോണിനസ് ഇന്ത്യസ് 15th വൈസ് പ്രസിഡന്റ്. ഇന്ത്യയുടെ 15ാമത്തെ വൈസ് പ്രസിഡന്റ് ആയിട്ട് റീസെന്റ് ആയിട്ട് ആര് വന്നിട്ടുണ്ട്? CP രാധാകൃഷ്ണൻ. എന്തായാലും ചോദ്യം വരില്ല, വൈസ് പ്രസിഡന്റിനെ കുറിച്ചൊക്കെ ചോദ്യം വരും, ഒരു സംശയമില്ല. സോ ഇന്ത്യയുടെ എത്രാമത്തെ വൈസ് പ്രസിഡന്റ് ആണെന്ന് ചോദിക്കാം, ഇന്ത്യയുടെ 15ാമത്തെ വൈസ് പ്രസിഡന്റ് ആരാണെന്ന് ചോദിക്കാം, അങ്ങനെയൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വരാം. വൈസ് പ്രസിഡന്റ് ഒരു പ്രത്യേകത ഉണ്ട്, വൈസ് പ്രസിഡന്റ് തന്നെയായിരിക്കും രാജ്യസഭയുടെ ചെയർമാനും. ശ്രീ CP രാധാകൃഷ്ണൻ took oath as the 15th വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആൻഡ് ചെയർമാൻ ഓഫ് രാജ്യസഭ. ഇന്ത്യയുടെ 15ാമത്തെ വൈസ് പ്രസിഡന്റും അതുപോലെ രാജ്യസഭയുടെ ചെയർമാനുമാണ്. ഹി വാസ് അഡ്മിനിസ്ട്രേറ്റഡ് ഓത്ത് ബൈ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ശ്രീമതി ദ്രൗപതി മുർമു. ആരാണ് സത്യവാചകം ചൊല്ലി നൽകിയത്? ഇന്ത്യയുടെ പ്രസിഡന്റ് ദ്രൗപതി മുർമു ആണ്. രാഷ്ട്രപതി ഭവനിൽ വെച്ച് നടന്ന ചടങ്ങിലാണ്. മഹാരാഷ്ട്രയുടെ മുൻ ഗവർണറായിരുന്നു. NDA ഗവൺമെന്റ് ആണ് ഇദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന കാൻഡിഡേറ്റ് ആണ് B സുദർശൻ റെഡ്ഡി. NDA നോമിനി രാധാകൃഷ്ണൻ ബാഗഡ് 452 വോട്ട്സ് ഡിഫീറ്റിംഗ് ഇന്ത്യ സഖ്യം അല്ലേ, അതിൽ കോൺഗ്രസും അങ്ങനെ വിവിധ വിഭാഗങ്ങൾ വരുന്നുണ്ട്. ബ്ലോക്ക് കാൻഡിഡേറ്റ് ആൻഡ് ഫോമർ സുപ്രീം കോടതി ജഡ്ജ് B സുദർശൻ റെഡ്ഡി ബൈ എ മാർജിൻ ഓഫ് 152 വോട്ട്സ്. സോ പരീക്ഷയ്ക്ക് അത് ചോദ്യം വരാം. ഇതുപോലെ ആർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് CP രാധാകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ഇലക്ഷനിൽ മത്സരിച്ചെന്ന ഇതിലൊക്കെ ചോദ്യം വരാം അല്ലേ. സോ B സുദർശൻ റെഡ്ഡിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് മത്സരിച്ചത്. മിസ്റ്റർ രാധാകൃഷ്ണൻ ഹാസ് ഓൾസോ സെർവ്ഡ് ആസ് എ ഗവർണർ ഓഫ് ജാർഖണ്ഡ്, തെലങ്കാന, മഹാരാഷ്ട്ര ആൻഡ് ലഫ്റ്റനന്റ് ഗവർണർ ഓഫ് പുതുച്ചേരി. സോ ഇത്തരത്തിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു, മഹാരാഷ്ട്രയുടെ കാര്യം മാത്രം ഞാൻ പറഞ്ഞു, അതുകൂടാതെ ജാർഖണ്ഡിൻ ഗവർണറായിരുന്നു ഇദ്ദേഹം, തെലങ്കാനയുടെ ഗവർണറായിരുന്നു ഇദ്ദേഹം, മഹാരാഷ്ട്രയുടെ കാര്യം പറഞ്ഞു, കൂടാതെ പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണർ കൂടിയായിരുന്നു ഇദ്ദേഹം. ആസ് മിസ്റ്റർ രാധാകൃഷ്ണൻ ടേക്സ് ഓവർ ആസ് എ വൈസ് പ്രസിഡന്റ്, ഹി വിൽ ഓൾസോ ബി ദ തേർഡ് ലീഡർ ഫ്രം തമിഴ്നാട് ടു ഓക്യുപ്പൈ ദ coveted പോസ്റ്റ്. സോ തമിഴ്നാടുവിൽ നിന്നും ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്ന മൂന്നാമത്തെ വ്യക്തിയായിട്ട് കൂടെ നമുക്ക് ആരെ പറയാൻ വേണ്ടി സാധിക്കും? രാധാകൃഷ്ണനെ പറയാൻ വേണ്ടി സാധിക്കും അല്ലേ. ഹി വാസ് ഓൾസോ എ 2-term മെമ്പർ ഓഫ് ലോക്സഭ ഫ്രം കോയമ്പത്തൂർ. കോയമ്പത്തൂരിൽ നിന്നും എന്താണ് ലോക്സഭയിലേക്ക് എത്തുന്ന മെമ്പർ കൂടിയാണ്. 2 തവണ ഇദ്ദേഹം വന്നിട്ടുണ്ട്. ഓൺലി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വൈസ് പ്രസിഡന്റ് ഇലക്ടഡ് അൺഓപ്പോസ്ഡ് ബോത്ത് ടൈംസ് ആൻഡ് മുഹമ്മദ് ഹമീദ് അൻസാരി ഹാസ് സെർവ്ഡ് ആസ് 2 കോൺസിക്യൂട്ടീവ് ടേംസ്. അതായത് രണ്ട് ആളുകൾ മാത്രമേ ഇതുവരെയായിട്ട് എന്താണ് തുടർച്ചയായിട്ട് 2 തവണ, ഇവിടെ CP രാധാകൃഷ്ണൻ 2 തവണ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, മൊത്തത്തിലൊരു ചരിത്രമാണ് പറഞ്ഞത്. നമ്മുടെ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ചരിത്രത്തിൽ 2 ആളുകൾ മാത്രമേ ഇത്തവണ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടുള്ളൂ. ഓക്കെ, ഒന്ന് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റും രണ്ടാമത്തെ വൈസ് പ്രസിഡന്റും അദ്ദേഹമായിരുന്നു, റീ എലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. 2 തവണയും എഗെയിൻസ്റ്റ് ആയിട്ട് മത്സരിക്കുന്ന അൺഓപ്പോസ്ഡ് ആയിട്ടാണ്, എഗെയിൻസ്റ്റ് ആയിട്ട് മത്സരിക്കുന്ന ആരുമില്ലാതെ അൺഓപ്പോസ്ഡ് ആയിട്ടാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി മുഹമ്മദ് ഹമീദ് അൻസാരി, അദ്ദേഹം 13ാമത്തെയും 14ാമത്തെയും വൈസ് പ്രസിഡന്റ് ആയിരുന്നു 2007 തൊട്ട് 2017 വരെ. സോ ഇവർ രണ്ടുപേരും എന്താണ് കോൺസിക്യൂട്ടീവ് ടേംസിൽ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ട് വന്ന വ്യക്തിയാണ്. അപ്പാർട്ട് ഫ്രം എസ് രാധാകൃഷ്ണൻ, M ഹിദായത്തുള്ള 7th വൈസ് പ്രസിഡന്റ് ആൻഡ് ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ were ഓൾസോ ഇലക്ടഡ് അൺഓപ്പോസ്ഡ്. ഇവിടെ ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഹമീദ് അൻസാരിക്ക് മാത്രമുള്ള പ്രത്യേകത എന്താണ്? ഇവർ രണ്ടുപേരും റീ എലക്ട് ചെയ്യപ്പെട്ട 2 കോൺസിക്യൂട്ടീവ് ടേമിൽ റീ എലക്ട് ചെയ്യപ്പെട്ട വ്യക്തികളാണ്.
ഇനി ഡോക്ടർ എസ് രാധാകൃഷ്ണനും എം ഹിദായത്തുള്ളയ്ക്കും ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മയ്ക്കുള്ള വ്യത്യാസം എന്താണ്? ഇവർ 3 പേരും അൺഓപ്പോസ്ഡ് ആയിട്ടാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഇവിടെ സി പി രാധാകൃഷ്ണൻ അൺഓപ്പോസ്ഡ് അല്ല. ബി സുദർശൻ റെഡ്ഡി അദ്ദേഹത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് മത്സരിച്ചിട്ടുണ്ട്. ആ ഒരു പ്രത്യേകത കൂടെ ഒന്ന് പഠിച്ചു വെക്കണം. അതുപോലെ ആ വൈസ് പ്രസിഡന്റ് ആയിരിക്കെ അധികാരത്തിലിരിക്കെ മരണപ്പെട്ടുപോയ വൈസ് പ്രസിഡന്റ് ചോദിച്ചാൽ കിഷൻ ഗാന്ധാണ്. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ 10ാമത്തെ വൈസ് പ്രസിഡന്റ് ആയിട്ട് 1997-2002 കാലയളവിൽ ഇരിക്കെ കിഷൻ ഗാന്ധ് എന്താണ് ഡൈൻ ഹാർനസ് എന്ന് പറയാം. വാസ് ദ ഫസ്റ്റ് ആൻഡ് ഓൺലി വൈസ് പ്രസിഡന്റ് ടു ഡൈ വൈൽ ഇൻ ഓഫീസ്. ഓക്കെ, വൈസ് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഇന്ത്യയുടെ സെക്കൻഡ് ഹയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയാണ്. ഭരണഘടനാപരമായിട്ട് ആർട്ടിക്കിൾ 63 പ്രകാരം പ്രസിഡന്റ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സ്ഥാപനമാണ് വൈസ് പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റ് ഈസ് ദ സെക്കൻഡ് ഹയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി ഇൻ ഇന്ത്യ ഫോളോയിങ് ദ പ്രസിഡന്റ്. ആർട്ടിക്കിൾ 63 പ്രകാരം elected by MPs ഫ്രം ബോത്ത് ഹൗസ് ഓഫ് പാർലമെന്റ് ബൈ പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ. സോ ഇത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ പൊളിറ്റിയിലൊക്കെ പഠിക്കുന്നുണ്ടാവും എങ്ങനെയാണ് പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവും. ഇനി വൈസ് പ്രസിഡന്റ് ആവാനുള്ള യോഗ്യതകൾ എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് 35 വയസ്സ് പ്രായമുണ്ടായിരിക്കണം. രണ്ടാമത് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. മൂന്നാമത് ഒരു രാജ്യസഭ മെമ്പർഷിപ്പ് ക്വാളിഫൈഡ് ആയുള്ള വ്യക്തിയായിരിക്കണം, അല്ലെങ്കിൽ രാജ്യസഭയുടെ അംഗമായിരിക്കണം. അത്രയേ ഉള്ളൂ. ഓക്കെ, സെർവ്സ് എ 5-year term വിത്ത് ദ പോസിബിലിറ്റി ഓഫ് കണ്ടിന്യൂയിങ് അണ്ടിൽ സക്സസർ ഈസ് എലക്ടഡ്. 5 വർഷത്തേക്കാണ് പൊതുവേ നിയമനം വരുന്നത്. ഭരണഘടനാപരമായിട്ട് 5 വർഷം എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ പുതിയൊരു സക്സസർ വരുന്നത് വരെയാണ്. പ്രൈമറി റോൾ ആസ് എക്സ് ഒഫീഷ്യൽ ചെയർമാൻ ഓഫ് ദ രാജ്യസഭ. ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ഏറ്റവും പ്രധാനപ്പെട്ട റോൾ എന്താണ്? രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യൽ ചെയർമാൻ അല്ലെങ്കിൽ അധ്യക്ഷനായിട്ട് ഇരിക്കുക. എന്തുകൊണ്ട് എക്സ് ഒഫീഷ്യൽ ചെയർമാൻ എന്ന് പറയുന്നതെന്ന് അറിയാവോ? ഓൾറെഡി വൈസ് പ്രസിഡന്റ് സ്ഥാനമില്ലേ? സോ ആ ഒരു ഓഫീസ് കൂടാതെ വേറൊരു ഓഫീസ് കൂടാതെ ആണ് എക്സ് ഒഫീഷ്യൽ ചെയർമാൻ. ഇൻ പ്രസിഡന്റ്സ് ആബ്സെൻസ് ഓർ വേക്കൻസി ദേ ആക്ട് ആസ് പ്രസിഡന്റ്. ആർട്ടിക്കിൾ 65 പ്രകാരം പ്രസിഡന്റ് ഇന്ത്യൻ പ്രസിഡന്റ് ഏതെങ്കിലും രീതിയിൽ ആബ്സെന്റ് ആണെങ്കിൽ, പല രീതിയിലാവും അദ്ദേഹം അസുഖകരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ആബ്സെന്റ് ആവും, അല്ലെ മരണപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ആബ്സെന്റ് ആവും, എങ്ങനെ വേണമെങ്കിലും ആബ്സെന്റ് ആവാം അല്ലേ. സോ ഒരു ആബ്സെന്റ് ആയിരിക്കുന്ന സമയത്ത് വൈസ് പ്രസിഡന്റ് എന്താണ് ഇന്ത്യയിൽ പ്രസിഡന്റ് ആയിട്ട് മാറാൻ വേണ്ടി സാധിക്കും. He can be removed by a resolution in the Rajya Sabha and approval from Lok Sabha with a 40-day notice. ആർട്ടിക്കിൾ 67 പ്രകാരം എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ജസ്റ്റിസ് മുഹമ്മദ് ഹിദായത്തുള്ള is the only person in the history of India to have served as Chief Justice of India, acting president and vice president. നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടിരുന്ന വ്യക്തി, ഇന്ത്യയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ടിരുന്ന വ്യക്തി, ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടിരുന്ന വ്യക്തി, ഈ 3 നേട്ടങ്ങളിൽ ഒരു വ്യക്തിയോട് അത് ജസ്റ്റിസ് മുഹമ്മദ് ഹിദായത്തുള്ളയാണ്. അതുകൂടെ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇനി വൈസ് പ്രസിഡന്റ് ആയിട്ട് സി പി രാധാകൃഷ്ണൻ വന്നു എന്ന് പറഞ്ഞല്ലേ, അദ്ദേഹത്തിന്റെ ഒരു സെക്രട്ടറി ഉണ്ടാവില്ലേ? അങ്ങനെ അമിത് ഖാറെ എന്താണ് അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിട്ട് നിയമിക്കപ്പെട്ടു. റിട്ടയർഡ് IAS ഓഫീസർ അമിത് ഖാറെ വാസ് അപ്പോയിന്റഡ് സെക്രട്ടറി ടു വൈസ് പ്രസിഡന്റ് സി പി രാധാകൃഷ്ണനാണ്. സെപ്റ്റംബർ 14, 2025 സെപ്റ്റംബർ 14 തീയതി എന്താണ് നമ്മുടെ വൈസ് പ്രസിഡന്റിന്റെ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം നിയമിക്കപ്പെട്ടു. അപ്പോയിന്റ്മെന്റ് അപ്രൂവ്ഡ് ബൈ ദ ACC അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ് ആണ്. ഈ അപ്പോയിന്റ്മെന്റ് തീരുമാനിക്കുന്ന 3 വർഷത്തേക്കാണ് നിയമനവും കാര്യങ്ങളൊക്കെ വരുന്നത്. മുൻപ് അദ്ദേഹം എന്താ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇംപ്ലിമെന്റുമായിട്ട് ബന്ധപ്പെട്ട ബോഡിയിലൊക്കെ ഭാഗമായിരുന്നു. ഗൗരംഗലാൽ ദാസ് അപ്പോയിന്റഡ് ആസ് ദ ന്യൂ അംബാസിഡർ സൗത്ത് കൊറിയ. ഗൗരംഗലാൽ ദാസ് എന്താണ് നമ്മുടെ ഇന്ത്യൻ അംബാസിഡർ സൗത്ത് കൊറിയ ആയിട്ട് റീസെന്റ് ആയിട്ട് നിയമിക്കപ്പെട്ടു. സീനിയർ ഡിപ്ലോമാറ്റ് ഗൗരംഗലാൽ ദാസ് വാസ് അപ്പോയിന്റഡ് ആസ് നെക്സ്റ്റ് അംബാസിഡർ ടു സൗത്ത് കൊറിയ. സൗത്ത് കൊറിയയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ആ ഒരു ബന്ധങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. In his current capacity, Mr. Das played a key role in negotiation between India and China, rebuild their ties. അങ്ങനെ ഇന്ത്യയും ചൈനയും ഒന്നിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഗൗരംഗലാൽ ദാസ് മുൻകൈ എടുത്തിട്ടായിരുന്നു. സോ അദ്ദേഹം റീസെന്റ് ആയിട്ട് സൗത്ത് കൊറിയയുടെ പുതിയ അംബാസിഡർ ആയിട്ട് ഇന്ത്യ റെപ്രസെന്റ് വന്നു. നേപ്പാൾ ടു ഗെറ്റ് ഫസ്റ്റ് വുമൺ പ്രൈം മിനിസ്റ്റർ ആസ് സുശീല കാർക്കി ആസ് ഇന്ററിം ലീഡർ. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നേപ്പാളിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഒരു വനിത വരുന്നത്. ഓക്കെ, ഇവിടെ ഇന്ററിം പ്രൈം മിനിസ്റ്റർ ആയിട്ടാണ്, പിന്നീട് പെർമനന്റ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് മാറിയത് നേപ്പാളിന്റെ ആദ്യത്തെ വുമൺ പ്രൈം മിനിസ്റ്റർ. ഫോമർ ചീഫ് ജസ്റ്റിസ് സുശീല കാർക്കി. മറ്റൊരു കാര്യം കൂടിയുണ്ട്, നേപ്പാളിന്റെ ആദ്യത്തെ വനിത ചീഫ് ജസ്റ്റിസ് കൂടിയാണ്. ഓക്കെ, ഫീമെയിൽ ചീഫ് ജസ്റ്റിസ് കൂടിയാണ്. ഫീമെയിൽ പ്രൈം മിനിസ്റ്റർ എന്ന രീതിയിലും ആദ്യമായിട്ട് വന്നു. ഫോമർ ചീഫ് ജസ്റ്റിസ് സുശീല കാർക്കി took oath as prime minister of the interim government of Nepal. ഓക്കെ, നേപ്പാൾ അല്ല, നേപ്പാൾ, becoming the first woman to lead the country. Nepal President Ramachandra Paudel has dissolved the House of Representatives, the lower house of federal parliament, at the recommendation of newly appointed interim Prime Minister Sushila Karki, and announced a fresh parliamentary election 21st March next year. അതും കഴിഞ്ഞിട്ടാണ് അതിൽ വിശേഷം നമുക്കറിയാം ആ ഒരു കാര്യം. പിന്നെ ഈ ഒരു സാഹചര്യത്തിലേക്ക് പുതിയ പ്രധാനമന്ത്രിയൊക്കെ തിരഞ്ഞെടുക്കാനുള്ള സാഹചര്യമൊക്കെ നമുക്കറിയാം അല്ലേ. സോ അവിടെയുള്ള ജനസി പ്രക്ഷോഭവും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഫീമെയിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് നേപ്പാൾ, അതുപോലെ ഫസ്റ്റ് വുമൺ പ്രൈം മിനിസ്റ്റർ ഓഫ് നേപ്പാൾ, രണ്ടും സുശീല കാർക്കിയാണ്.
രജിത്ത് പുൻഹാനി അപ്പോയിന്റ് ആസ് സിഇഒ ഓഫ് FSSAI. എന്താണ് FSSAI? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണല്ലേ. അതിന്റെ സിഇഒ ആയിട്ട് 2025 സെപ്റ്റംബർ 1 രജിത്ത് പുൻഹാനി വന്നു. എ 1991 ബാച്ച് IAS ഓഫീസർ ഓഫ് ബീഹാർ ക്യാൻ ഒഫീഷ്യലി ടുക്ക് ചാർജ് ആസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് India on 1st September 2025. Food Safety and Standard Authority of India is established under Food Safety and Standards Act 2006. ഇതെന്താണ്? ഒരു ഓട്ടോണമസ് ബോഡിയാണ്, അതായത് സ്വയംഭരണാധികാരമുള്ള ഒരു ബോഡിയാണ് അല്ലേ. ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ്? മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ അണ്ടറിലാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വെച്ചാൽ മതി. പീയൂഷ് ഗോയൽ അസ്യൂംസ് ചാർജസ് മൈൻസ് സെക്രട്ടറി. റീസെന്റ് ആയിട്ട് മൈൻസ് സെക്രട്ടറി ആയിട്ട് 2025 സെപ്റ്റംബർ 4 നിയമിക്കപ്പെട്ട വ്യക്തിയാണ് പീയൂഷ് ഗോയൽ. IAS ഓഫീസർ ആയിരുന്നു. നാഗാലാൻഡ് കേഡറുമായിട്ട് ബന്ധപ്പെട്ട IAS ഓഫീസർ ആയിരുന്നു. സോ ഇദ്ദേഹത്തിന്റെ പേര് പീയൂഷ് ഗോയൽ എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ക്യാബിനറ്റ് മിനിസ്റ്റർ, അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വയ്ക്കേണ്ട, ഇത് വേറെയാണ് ആള്. PCA കല്യാണി അപ്പോയിന്റ് ന്യൂ CGA ഓഫ് ഇന്ത്യ. എല്ലാവർക്കും CAG അറിയാം അല്ലെ. ഓക്കെ. അതുപോലെ തന്നെ കൺട്രോളർ അക്കൗണ്ട്സ്, കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ്. ഓക്കെ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG പോലെ തന്നെയാണ് കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് അഥവാ CGA. റീസെന്റ് ആയിട്ട് നമ്മുടെ ഇന്ത്യയുടെ പുതിയ CGA ആയിട്ട് നിയമിക്കപ്പെട്ട ഒരു വനിതയുണ്ട്. അവരാണ് TCA കല്യാണി. 1991 ബാച്ച് ഇന്ത്യൻ സിവിൽ സർവീസ് ഓഫീസർ ആണ്. TCA കല്യാണി 1991 ബാച്ച് ഓഫീസർ ഓഫ് ദ ഇന്ത്യൻ സിവിൽ അക്കൗണ്ട് സർവീസ്, ICS, സിവിൽ സർവീസ് അല്ല, സിവിൽ അക്കൗണ്ട്സ് സർവീസ്. That's assumed charge as a new control general of account. CGA ആണ്. CAGയും CGAയും മാറിപ്പോകരുത്. രണ്ടാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ്പെൻഡിച്ചറിന്റെ ഭാഗമായിട്ട് മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് ആണ് ഈ പറഞ്ഞ CGA എന്ന് പറഞ്ഞ പോസ്റ്റ് കൊണ്ടുവരുന്നത്. സോ ആ ഒരു കാര്യം, ആ ഒരു പേരൊന്ന് ഓർത്തു വയ്ക്കണം. എയർ മാർഷൽ സഞ്ജീവ് ഗുറാട്ടി അപ്പോയിന്റ് IAF മെയിൻ്റെനൻസ് ഹബ്ബ്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ മെയിൻ്റെനൻസ് ഹബിന്റെ ഹെഡായിട്ട് റീസെന്റ് ആയിട്ട് നിയമിക്കപ്പെട്ട വ്യക്തിയാണ് എയർ മാർഷൽ ആയിട്ടുള്ള സഞ്ജീവ് ഗുറാട്ടിയ. ആ ഒരു പേര് പഠിച്ചു വയ്ക്കണം. എയർ മാർഷൽ സഞ്ജീവ് ഗുറാട്ടിയ AVSM VSM assumed the appointment of a എയർ ഓഫീസർ ഇൻ ചാർജ് മെയിൻ്റെനൻസ് അറ്റ് ഇന്ത്യൻ എയർഫോഴ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് ഓൺ സെപ്റ്റംബർ 2025. സോ 2025 വന്ന നിയമനമാണ്, മാറ്റങ്ങളൊന്നുമില്ല. സോ ഇതുപോലെ നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ചീഫ്, ഇന്ത്യൻ ആർമിയുടെ ചീഫ്, ഇന്ത്യൻ നേവിയുടെ ചീഫ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ അവരുടെ മെയിൻ്റെനൻസ് ഹബിന്റെ ആ ഒരു ചീഫ് എന്ന രീതി കൂടെ ഓർത്ത് വയ്ക്കണം. ഇദ്ദേഹത്തെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 2016 വിശിഷ്ട സേവാ മെഡലും 2025 അതിവിശിഷ്ട സേവാ മെഡൽ അത് നൽകുന്നത് പ്രസിഡന്റ് ആണ്. അതുപോലെ തന്നെയുള്ള പ്രധാനപ്പെട്ട നേട്ടങ്ങളൊക്കെ സ്വന്തമാക്കിയ വ്യക്തിയാണ് എയർ മാർഷൽ സഞ്ജീവ്. സെന്റർ ഫോംസ് രാജീവ് ഗൗബ ലെഡ് പാനൽസ് ടു സ്പിയർ ഹെഡ് നെക്സ്റ്റ് ജെൻ റീഫോംസ് ആൻഡ് വികസിത് ഭാരത് വിഷൻ. റീസെന്റ് ആയിട്ട് രാജീവ് ഗൗബയുടെ നേതൃത്വത്തിലൊരു പുതിയ പാനൽ വന്നതാണ്. പാനൽ അല്ലെങ്കിൽ പുതിയൊരു കമ്മിറ്റി. ഈ ഒരു കമ്മിറ്റിയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് ജനറേഷൻ റീഫോംസും അതുപോലെ വികസിത് ഭാരത് മിഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കമ്മിറ്റി വന്നത്. നമുക്ക് ഈ ഒരു കമ്മിറ്റിയുടെ അല്ലെങ്കിൽ എന്താണ് ഈ ഒരു പാനലിന്റെ ഹെഡ് ആരാണെന്നാണ് മെയിനായിട്ട് പഠിച്ചു വെക്കാനുള്ളത്. രാജീവ് ഗൗബയാണ്. ദ സെന്റർ ഹാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് 2 ഹൈ ലെവൽ പാനൽസ് അണ്ടർ ലീഡർഷിപ്പ് ഓഫ് രാജീവ് ഗൗബ. സോ രാജീവ് ഗൗബയുടെ നേതൃത്വത്തിൽ 2 ഹൈ ലെവൽ പാനൽസ് വന്നിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് പാനൽസ്. നെക്സ്റ്റ് ജനറേഷൻ റീഫോംസ് പാനൽ, അതുപോലെ വികസിത് ഭാരത് വിഷൻ പാനൽ. ദിസ് കമ്മിറ്റീസ് എയിംസ് ടു ആക്സലറേറ്റ് വികസിത് ഭാരത് വിഷൻ 2047. 2047 ആ ഒരു വികസിത് ഭാരത് വിഷൻ ഉണ്ടല്ലോ, ആ കാര്യങ്ങൾ ആക്സലറേറ്റ് ചെയ്യാനും ആൻഡ് എൻഷുർ എഫക്റ്റീവ് എക്സിക്യൂഷൻ ഓഫ് നെക്സ്റ്റ് ജനറേഷൻ റീഫോംസ്. നെക്സ്റ്റ് ജൻ റീഫോംസ് എന്താണ് ശക്തിപ്പെടുത്താനും വേണ്ടിയിട്ടാണ്. One committee is tasked with the long-term policies to achieve developed nation status by 2047. ഓൾറെഡി നമ്മുടെ വികസിത് ഭാരത് വിഷൻ 2047 ലക്ഷ്യം എന്താണ്? 2047 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 100 വർഷങ്ങൾ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പോവുകയാണ് അല്ലേ. ആ സമയം നമ്മൾ അച്ചീവ് ചെയ്യാനുള്ള ലക്ഷ്യങ്ങളാണ് അവിടെയുള്ളത്. അതുപോലെ വൈൽ ദ അതർ ഈസ് ഡെഡിക്കേറ്റഡ് ടു നോൺ ഫൈനാൻഷ്യൽ റെഗുലേറ്ററി ഫോംസ് ടു സിംപ്ലിഫൈ ഫ്രെയിംവർക്ക് ആൻഡ് എൻഹാൻസ് കോമ്പറ്റീറ്റീവ്നെസ്. ഓക്കെ, സോ 2 കാര്യങ്ങളാണ് നെക്സ്റ്റ് ജെൻ റീഫോംസ് കമ്മിറ്റിയും അതുപോലെ തന്നെ വികസിത് ഭാരത് വിഷൻ 2047 കമ്മിറ്റിയും. ഊർജിത് പട്ടേൽ അപ്പോയിന്റഡ് IMF എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫോർ 3-year term. IMF
അല്ലെങ്കിൽ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ആര് റീസെന്റ് ആയിട്ട് നിയമിക്കപ്പെട്ടു? ഊർജിത് പട്ടേൽ നിയമിക്കപ്പെട്ടു. ആരാണ് ഊർജിത് പട്ടേൽ? RBI അഥവാ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻ ഗവർണറായിരുന്ന വ്യക്തിയാണ് ഊർജിത് പട്ടേൽ. സോ അദ്ദേഹം ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് റീസെന്റ് ആയിട്ട് നിയമനം വരുന്ന സമയത്ത് ആ ഒരു കാര്യങ്ങളെ പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് ചോദ്യം വരാനുള്ള സാധ്യതയുണ്ടല്ലേ. ഇതുപോലെ ഓൾറെഡി നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തി. സോ അദ്ദേഹം പുതിയ തസ്തികയിലേക്ക് പോകുമ്പോൾ ചോദ്യങ്ങൾ എന്തായാലും വരും. Former Reserve Bank of India Governor Urjit Patel has been appointed as Executive Director at International Monetary Fund IMF Executive Director ആയിട്ട് നിയമിക്കപ്പെട്ടു. Order by the Appointments Committee of Cabinet gave its note to the appointment of Patel as Executive Director of IMF for a period of 3 years. അതായത് 2025, 26, 27 എന്തായാലും 2027 വരെ ഇദ്ദേഹത്തിന് ആ ഒരു നിയമനം നമുക്ക് അവിടെ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഇദ്ദേഹം ഇന്ത്യയുടെ എത്രാമത്തെ RBI ഗവർണർ ആയിരുന്നു വെച്ചാൽ 24th RBI ഗവർണർ ആയിരുന്നു. അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഹി വിൽ ബി റെപ്രസെന്റിംഗ് ഇന്ത്യ വിച്ച് ഇസ് പാർട്ട് ഓഫ് 4 കൺട്രി കോൺസ്റ്റിറ്റ്യൻസീസ് അലോങ് വിത്ത് ബംഗ്ലാദേശ്, ശ്രീലങ്ക ആൻഡ് ഭൂട്ടാൻ. ഈ പറയുന്ന IMF ഇദ്ദേഹം റെപ്രസെന്റ് ചെയ്ത ഇന്ത്യ ഒറ്റയ്ക്കല്ല, ബംഗ്ലാദേശ്, ശ്രീലങ്ക, ഭൂട്ടാൻ വരുന്ന ഒരു കോൺസ്റ്റിറ്റ്യൻസിയാണ് അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്നത്. RBI അപ്പോയിന്റ്സ് ഇന്ദ്രാണിൽ ഭട്ടാചാര്യ ആസ് ന്യൂ മോണിറ്ററി പോളിസി കമ്മിറ്റി മെമ്പർ. RBIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡിയാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി അല്ലെ. RBIയുടെ മോണിറ്ററി പോളിസി ആവിഷ്കരിക്കുന്ന ആ ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ആ ഒരു വിഭാഗമാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി. അതിന്റെ അംഗമായിട്ടാണ് റീസെന്റ് ആയിട്ട് ആര് നിയമിക്കപ്പെട്ടത്? ഇന്ദ്രാണിൽ ഭട്ടാചാര്യ നിയമിക്കപ്പെട്ടത്. അതിന്റെ തലപ്പത്ത് ആരുണ്ട്? RBI ഗവർണർ ഉണ്ട് അല്ലെ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പോയിന്റഡ് ഇന്ദ്രാണിൽ ഭട്ടാചാര്യ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആസ് എ മെമ്പർ ഓഫ് മോണിറ്ററി പോളിസി കമ്മിറ്റി MPC അഥവാ മോണിറ്ററി പോളിസി കമ്മിറ്റി അംഗമായിട്ട് നിയമിക്കപ്പെട്ടു. വിച്ച് ഡിസൈഡ്സ് കീ ബെഞ്ച് മാർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ഇന്ത്യൻ എക്കണോമി. കാരണം നമ്മുടെ ഇന്ത്യൻ എക്കണോമിയുമായിട്ട് ബന്ധപ്പെട്ട ബാങ്ക് റേറ്റ്, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, CRR, SLR അങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റേറ്റും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ബോഡി തന്നെയാണ് എന്താ? മോണിറ്ററി പോളിസി കമ്മിറ്റി. ഓൾറെഡി ഉണ്ടായിരുന്ന രാജീവ് രഞ്ജനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ഈ ഒരു പുതിയ നിയമനം വരുന്നത്. അതുകൂടെ ഒന്ന് പഠിച്ചു വെക്കണം. കാതറിൻ കൊണോളി എലക്ടഡ് അയർലാൻഡ്സ് 10th പ്രസിഡന്റ്. ലോകരാജ്യങ്ങളിലെ പുതിയ പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ അതുപോലെയുള്ള ആളുകൾ വരും, ചോദ്യങ്ങൾ വരുമെന്ന് ഞാൻ പറയാറുണ്ട് അല്ലേ. സോ ഇത്തവണ എന്താണ്? അയർലാൻഡിന്റെ 10ാമത്തെ പ്രസിഡന്റിന്റെ പേരാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒരു വനിതയാണ്. കാതറിൻ കൊണോളി എന്ന വനിതയാണ് അയർലാൻഡിന്റെ 10ാമത്തെ പ്രസിഡന്റായിട്ട് നിയമിക്കപ്പെട്ടത്. ഇൻ അയർലാൻഡ് ഇൻഡിപെൻഡന്റ് ലെഫ്റ്റ് വിംഗ് പൊളിറ്റീഷ്യൻ MS കാതറിൻ കൊണോളി ഹാസ് ബീൻ എലക്ടഡ് ആസ് 10th പ്രസിഡന്റ് ആഫ്റ്റർ ലാൻഡ്സ്ലൈഡ് വിക്ടറി. അവരുടെ റിവലായിട്ടുള്ള അല്ലെങ്കിൽ ഓപ്പോസിഷൻ ഉണ്ടായിരുന്ന ഹീദർ ഹംഫ്രീസിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കാതറിൻ കൊണോളി എന്താണ് അയർലാൻഡ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ 10ാമത്തെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. ആ ഒരു കാര്യങ്ങൾ ഇതുപോലുള്ള പുതിയ നിയമനങ്ങളൊക്കെ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. ജസ്റ്റിസ് പ്രതിഭ സിംഗ് നെയ്മഡ് ചെയർ ഓഫ് WIPO അഡ്വൈസറി ബോർഡ്. വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ അഡ്വൈസറി ബോർഡിലേക്ക് റീസെന്റ് ആയിട്ട് ഒരു ഇന്ത്യക്കാരി എന്താണ് അതിന്റെ ചെയറായിട്ട് തലപ്പത്ത് വന്നിട്ടുണ്ട്. ഡൽഹി ഹൈക്കോടതിയുടെ ജഡ്ജായിരുന്ന ജസ്റ്റിസ് പ്രതിഭ സിംഗിനെയാണ് റീസെന്റ് ആയിട്ട് ഈ ഒരു നിയമനത്തിലേക്ക് എന്താണ് കൊണ്ടുവന്നത്. ജസ്റ്റിസ് പ്രതിഭ സിംഗ് ഓഫ് ഡൽഹി ഹൈക്കോർട്ട് ഹാസ് ബീൻ സെലക്ടഡ് ആസ് ദ ചെയർ ഓഫ് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ അഡ്വൈസറി ബോർഡ് WIPO. വിപ്പോ എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ. WIPO അഡ്വൈസറി ബോർഡിൽ 2025, 2027 ആ ഒരു കാലഘട്ടത്തിലേക്ക് വരുന്ന ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട ചെയറായിട്ടാണ് ജസ്റ്റിസ് പ്രതിഭ സിംഗിനെ നിയമിച്ചത്. ദിസ് മാർക്സ് ദ ഫസ്റ്റ് ടൈം ആൻ ഇന്ത്യൻ ആൻഡ് indeed someone from Asia has been appointed to this prestigious global role, representing a significant recognition of India's growing leadership in intellectual property law and policy. ഇവിടെയുള്ള പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഇന്ത്യക്കാരി, അതുപോട്ടെ ഒരു ഏഷ്യക്കാരി എന്താണ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട്, ഏഷ്യക്കാരി ആദ്യമായിട്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യക്കാരി ആദ്യമായിട്ടാണ്, അത് നമുക്കറിയാം അല്ലേ. സോ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഏഷ്യയിൽ നിന്നും ഒരാൾ വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷന്റെ അഡ്വൈസറി ബോർഡിന്റെ ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത്. സോ അത് നമുക്ക് എന്താണ് ഇന്റർനാഷണൽ ലെവലിൽ ഫസ്റ്റ് എവർ എന്ന രീതിയിൽ, ഇന്റർനാഷണൽ ഏഷ്യ ലെവലിൽ ഫസ്റ്റ് എവർ എന്ന രീതിയിൽ പഠിക്കാം അല്ലേ. ഡെയിം സാറ മുലാലി ടു ബിക്കം ഫസ്റ്റ് വുമൺ ടു ലീഡ് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട്. ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിനെ നയിക്കുന്ന ആദ്യത്തെ വനിതയായിട്ട് ആര് മാറി? ഡെയിം സാറ മുലാലി മാറി അല്ലേ.
സോ ഇതുവരെ എന്താണ് പുരുഷന്മാർ മാത്രം ഉണ്ടായിരുന്ന ഈ പറഞ്ഞ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൽ നയിക്കാൻ വേണ്ടി ആദ്യമായിട്ടൊരു വനിത വന്നു. ആ വനിതയാണ് ഡെയിം സാറ മുലാലി. ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ഡെയിം സാറ മുലാലി ഹാസ് ബീൻ അനൗൺസ്ഡ് ആസ് എ ന്യൂ ആർച്ച് ബിഷപ്പ് ഓഫ് കാന്റർബറി ഡെസിഗ്നേറ്റ്. സോ അവിടുത്തെ ആദ്യത്തെ വനിതാ ആർച്ച് ബിഷപ്പായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. ദ ഫസ്റ്റ് വുമൺ എവർ ടു ബി ചൂസൺ ഫോർ ദിസ് പ്രസ്റ്റീജിയസ് റോൾ. ഈ റോളിലേക്ക് വന്ന ആദ്യ വനിതയാണെന്ന് കൂടെ നമ്മളൊന്ന് ഓർത്തു വയ്ക്കണം. ഹെർ അപ്പോയിന്റ്മെന്റ് മാർക്സ് എ ന്യൂ ചാപ്റ്റർ ഫോർ ദി ചർച്ച്, ബ്രിങ്ങിങ് ബോത്ത് ഹോപ്പ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, ആൻഡ് ഷീ പ്രിപ്പയർസ് ടു ലീഡ് മില്യൺ ആംഗ്ലിക്കൻസ് അക്രോസ് ദ വേൾഡ്. 2026 ജനുവരി ഓൺവേർഡ്സ് അവരെന്താണ് ഒഫീഷ്യലായിട്ട് ഒരു നിയമനത്തിലേക്ക് വന്നു കഴിഞ്ഞു. നമ്മൾ ഈ പറയുന്ന സമയത്ത് അവരാണ് അവിടെയുള്ള ഒരു ആർച്ച് ബിഷപ്പ്. റോഡ്രിഗോ പാസ് എലക്ടഡ് ന്യൂ പ്രസിഡന്റ് ഓഫ് ബൊളീവിയ. ഇതും നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ പറയുന്നതെങ്കിലും നിങ്ങൾ കേൾക്കുന്ന സമയത്ത് ഒന്നുകൂടെ ക്രോസ് ചെയ്ത് നോക്കാം. റോഡ്രിഗോ പാസ് എന്താണ് ബൊളീവിയയുടെ പുതിയ പ്രസിഡന്റായിട്ട് നിയമിക്കപ്പെട്ടിട്ടുണ്ട്. റോഡ്രിഗോ പാസ് എ സെൻട്രിസ്റ്റ് സെനേറ്റർ ഹാസ് വോൺ ബൊളീവിയാസ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ. റീസെന്റ് ആയിട്ട് അവരെന്താണ് ബൊളീവിയയുടെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ വിജയിച്ചു, അല്ലെങ്കിൽ ബൊളീവിയയുടെ പുതിയ പ്രസിഡന്റായിട്ട് വന്ന വ്യക്തി ആരാണ്? റോഡ്രിഗോ പാസ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അല്ലേ. ഓൾറെഡി അദ്ദേഹത്തിന് എതിരാളിയായിരുന്ന ജോർജ് ടൂട്ടോ യുറോഗിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു വിജയം സ്വന്തമാക്കിയത്. ഏതാണ്ട് 54.5% വോട്ടുകൾ, അവിടെ ഒരു മെജോറിറ്റി അല്ലെങ്കിൽ എന്താണ് വളരെ ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി ഒന്നും നമുക്ക് ഇത്ര നേരം പറഞ്ഞതുപോലെ പറയാൻ വേണ്ടി പറ്റില്ല അല്ലേ. സോ 54.5% ഭൂരിപക്ഷമുണ്ട്. വ്യക്തമായുള്ള ഭൂരിപക്ഷത്തോടു കൂടിയാണ് റോഡ്രിഗസ് പാസ് വിജയിച്ചത്. പരീക്ഷയ്ക്ക് ചോദ്യം വരാം, റോഡ്രിഗസ് പാസ് താഴെ പറഞ്ഞ ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിട്ടാണ് റീസെന്റ് ആയിട്ട് നിയമിതനായത് എന്നൊക്കെ നമുക്ക് ചോദ്യം വരാം. ബൊളീവിയ ആണല്ലേ. സോ അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ആനന്ദ് ഗോയങ്ക നെയ്മഡ് FICCA പ്രസിഡന്റ് എലക്ട് ഫോർ 2025-26. 2025-26 വർഷത്തിലേക്ക് RPG ഗ്രൂപ്പ് വൈസ് ചെയർപേഴ്സൺ ആയുള്ള ആനന്ദ് ഗോയങ്ക എന്താണ് FICCA പ്രസിഡന്റ് എലക്ട് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു അല്ലേ. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, അതാണ് FICCA. എന്താണ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി has appointed Anand Goenka, Vice Chairman of RPG Group, as its President elect for 2025-26. 2025-2026 കാലഘട്ടത്തിൽ പ്രസിഡന്റ് എലക്ട് ആയിട്ടാണ് ആനന്ദ് ഗോയങ്കയെ തെരഞ്ഞെടുക്കപ്പെട്ടത്. ആനന്ദ് ഗോയങ്ക വിൽ സക്സീഡ് ഹർഷ് വർദ്ധൻ അഗർവാൾ, ഓൾറെഡി ഉണ്ടായിരുന്ന FICCയുടെ പ്രസിഡന്റ് ആയിരുന്ന, അതുപോലെ തന്നെ എമാമി ഗ്രൂപ്പിന്റെ വൈസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുടെ ആയിരുന്ന ഹർഷ് വർദ്ധൻ അഗർവാളിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഈ നിയമനം. ഇനി സപ്പോസ് നമ്മളൊരു ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയെ കുറിച്ച് FICCIയെ കുറിച്ചൊക്കെയാണ് ചോദ്യങ്ങളെങ്കിൽ അത് രൂപീകരിക്കപ്പെട്ട വർഷമൊക്കെ ചോദിക്കാം, അല്ല അതിന്റെ ഫുൾ ഫോം FICCയുടെ ഫുൾ ഫോം ഒക്കെ ചോദിക്കാം അല്ലേ. 1927 FICCA രൂപീകരിക്കപ്പെടുന്നത്. നമ്മുടെ ഇന്ത്യയിലെ പ്രോമിനന്റ് ബിസിനസ് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇന്ത്യയിലെ ബിസിനസ് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോമിനന്റ് ബോഡിയായിട്ട് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി സാധിക്കും. സനെ തക്കിയാച്ചി ബിക്കം ജപ്പാൻസ് ഫസ്റ്റ് വുമൺ പ്രൈം മിനിസ്റ്റർ. എന്താണ് കാര്യം? നമ്മൾ നേപ്പാളിനെ കുറിച്ചൊക്കെ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ സനെ തക്കിയാച്ചി എന്താണ് ജപ്പാന്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയായിട്ട് മാറി അല്ലെ. സനെ തക്കിയാച്ചി ബിക്കംസ് ജപ്പാൻസ് ഫസ്റ്റ് വുമൺ പ്രൈം മിനിസ്റ്റർ. ജപ്പാന്റെ ചരിത്രത്തിൽ ആദ്യത്തെ വനിതാ പ്രൈം മിനിസ്റ്റർ ആണ് ആര്? സനെ തക്കിയാച്ചി. സനെ തക്കിയാച്ചി has become Japan's first female prime minister. The upper house has elected Miss Takashi as a prime minister. അവരെന്താണ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് നിയമിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഫോമർ ടെലിവിഷൻ ആങ്കർ ആയിരുന്നു. അതുപോലെ തന്നെ 1993 തൊട്ടിട്ട് ജപ്പാൻ പൊളിറ്റിക്സിൽ സജീവമായുള്ള വ്യക്തിത്വമാണ്. സോ അത്തരത്തിലുള്ള സനെ തക്കിയേച്ചി, നമ്മൾ എന്തായാലും സനെ തക്കിയേച്ചി എന്ന് പറഞ്ഞ പേര് പഠിച്ചു വെക്കണം. ജപ്പാന്റെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ എന്ന രീതിയിലും കറണ്ട് പ്രൈം മിനിസ്റ്റർ എന്ന രീതിയിലും പഠിച്ചു വെക്കണം. ഇന്ത്യ ഗവൺമെന്റ് അപ്പോയിന്റ്സ് ഫസ്റ്റ് മഷ്റൂം സയന്റിസ്റ്റ് ടു ലീഡ് PSI, ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഈ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ തലപ്പത്തേക്ക് ഒരുപാട് സയന്റിസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഒരുപാട് നമ്മുടെ അഗ്രികൾച്ചറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സയന്റിസ്റ്റുകളൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. എന്നാൽ മഷ്റൂമിനെ കുറിച്ചിട്ട് പഠിക്കുന്ന ആളുകൾ, അവരെ നമ്മൾ മൈക്കോളജിസ്റ്റ് എന്ന് പറയും അല്ലേ. സോ ഇതുവരെ ഒരു മൈക്കോളജിസ്റ്റ് പോലും എന്താണ് ഇതിന്റെ ഹെഡായിട്ട് വന്നിട്ടുള്ളത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മഷ്റൂം സയന്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു മൈക്കോളജിസ്റ്റ് ഈ പറയുന്ന ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ തലപ്പത്തേക്ക് വരുന്നത്. ആ നിയമനമാണ് നമുക്ക് പഠിക്കാനുള്ളത്. 13ാമത്തെ ഡയറക്ടർ ആയിട്ടാണ് ഓൺ സെപ്റ്റംബർ 25, 2025 ഡോക്ടർ കനത് ദാസ്. പേര് നമ്മൾ പറഞ്ഞില്ല അല്ലേ. ഓക്കെ, കനത് ദാസ്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഹെഡിങ് കൊടുത്തില്ല. Dr. Kanath Das became the 13th director of a Botanical Survey of India. This appointment marks the first time a mycologist has headed the prestigious institute. So, ഈ പറയുന്ന
ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ തലപ്പത്തേക്ക് വരുന്ന ആദ്യ മൈക്കോളജിസ്റ്റ് ആണ്. The BSI operates under Ministry of Environment, Forest and Climate Change and has been central to documenting India's planned diversity since 1890. So Ministry of Environment, Forest and Climate Change അണ്ടറിലാണ് ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്നത്. 1890 തൊട്ടിട്ട് എന്താണ് ഈ പറയുന്ന സ്ഥാപനം പ്രവർത്തിച്ച് വരുന്നുണ്ട്. ആർ വെങ്കട്ടരമണി റീ അപ്പോയിന്റഡ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ടിൽ 2027. വീണ്ടും എന്താണ് ആർ വെങ്കട്ടരമണി അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ തെരഞ്ഞെടുക്കപ്പെട്ടു. ആരാണ് ഒരു അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്? നമ്മുടെ ഇന്ത്യയിലെ ഹയസ്റ്റ് ലോ ഓഫീസർ ആണല്ലേ. നമ്മുടെ ഇന്ത്യയിലെ ഹയസ്റ്റ് ലോ ഓഫീസറെയാണ് നമ്മൾ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേരിൽ പറയുന്നത്. ദ സെൻട്രൽ ഗവൺമെന്റ് എക്സ്റ്റൻഡ് ദ tenure of senior advocate R. Venkataramani as Attorney General for India for further period of 2 years. 2 വർഷത്തേക്ക് കൂടെ, അതായത് 2025 തൊട്ട് 2027 വരെ. നമുക്ക് 2027 വരെ സേഫസ്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാം. വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ വ്യക്തി തന്നെ തുടരുകയാണെങ്കിൽ 2027 വരെ നമുക്ക് എന്താണ് ആർ വെങ്കട്ടരമണിയുടെ പേര് ഇന്ത്യയുടെ ഹയസ്റ്റ് ലോ ഓഫീസർ അല്ലെങ്കിൽ അറ്റോർണി ജനറൽ എന്ന ഇതിൽ പഠിക്കാം അല്ലേ. ദിസ് റീ അപ്പോയിന്റ്മെന്റ് എൻഷുവേഴ്സ് ദാറ്റ് he will continue as a union government's highest law officer until September 30, 2027. 2027 സെപ്റ്റംബർ 30 വരെ എന്താണ് ഇന്ത്യയുടെ ഹയസ്റ്റ് ലോ ഓഫീസറായിട്ട് തുടരും. ഹിസ് ഫസ്റ്റ് 3-year term which began on October 1st, 2022 was set to conclude on September 30, 2025. 2025 സെപ്റ്റംബർ 30 ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ടെന്യൂർ അവസാനിച്ച സ്ഥിതിക്കാണ് 2025, 26, 27 സെപ്റ്റംബർ 30 വരെ ഇദ്ദേഹത്തിന് ടെന്യൂർ എക്സ്റ്റെൻഡ് ചെയ്ത് നൽകിയത്. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹയസ്റ്റ് ലോ ഓഫീസർ ഓഫ് ദ കൺട്രി ആണ്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ലോ ഓഫീസറാണ്, നിയമജ്ഞനാണെന്നൊക്കെ നമുക്ക് പറയാം. ആർട്ടിക്കിൾ 76 ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതപ്പെട്ടിട്ടുള്ള കാര്യമാണ് അറ്റോർണി ജനറലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഓക്കെ, ആർട്ടിക്കിൾ 76 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് പ്രൊവൈഡ്സ് ഫോർ ദ അപ്പോയിന്റ്മെന്റ് ഡ്യൂട്ടീസ് ആൻഡ് ടെന്യൂർ ഓഫ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. ആർട്ടിക്കിൾ 76 ആണ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട അപ്പോയിന്റ്മെന്റ്സ്, ഡ്യൂട്ടീസ്, ടെന്യൂർ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഹി മസ്റ്റ് ബി ക്വാളിഫൈഡ് ബി അപ്പോയിന്റഡ് എ ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട്. ആ ഒരു വ്യക്തി എന്താണ് സുപ്രീം കോർട്ട് ജഡ്ജിയായിട്ട് അല്ലെങ്കിൽ സുപ്രീം കോർട്ട് ജഡ്ജിയായിട്ട് അപ്പോയിന്റ് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ സാറ്റിസ്ഫൈ ചെയ്ത വ്യക്തിയായിരിക്കണം. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ഹോൾഡ്സ് ഓഫീസ് ഡ്യൂറിംഗ് ദ പ്ലഷർ ഓഫ് ദ പ്രസിഡന്റ്. ഇദ്ദേഹത്തിന് ആക്ച്വലി ഒരു ഫിക്സഡ് ടേമോ കാര്യങ്ങളോ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇദ്ദേഹത്തെ ഓഫീസിനെ കുറിച്ചിട്ടും അപ്പോയിന്റ്മെന്റിനെയും ഡ്യൂട്ടിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിന് ഒരു ഫിക്സഡ് ടെന്യൂർ കാര്യങ്ങൾ ഭരണഘടനയിൽ മെൻഷൻ ചെയ്യുന്നില്ല. പിന്നെ എന്താ ഭരണഘടനയിൽ പറയുന്നത്? പ്രസിഡന്റിന്റെ പ്രസിഡന്റ് പറയുന്ന കാലത്തോളം ഇദ്ദേഹത്തിന് ഓഫീസിൽ തുടരാൻ വേണ്ടി സാധിക്കുമെന്നാണ് പറയുന്നത്. ദ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ഹാസ് എ റൈറ്റ് ടു സ്പീക്ക് ആൻഡ് ടേക്ക് പാർട്ട് ഇൻ ദ പ്രൊസീഡിംഗ് ഓഫ് ബോത്ത് ഹൗസ് ഓഫ് പാർലമെന്റ് ആൻഡ് ദർ ജോയിന്റ് സിറ്റിംഗ്സ് ബട്ട് വിത്തൗട്ട് ദ റൈറ്റ് ടു വോട്ട്. ഈ പറയുന്ന അറ്റോർണി ജനറൽ ഉണ്ടല്ലോ, പാർലമെന്റ് പ്രൊസീഡിംഗ്, ഇപ്പം രാജ്യസഭ ആയിക്കോട്ടെ ലോക്സഭയായിട്ട് ആയിക്കോട്ടെ, പ്രൊസീഡിംഗ് നടക്കുന്ന സമയത്ത് അല്ലെ ജോയിന്റ് സിറ്റിംഗ് ആണെങ്കിലും അതിൽ പോയിട്ട് പങ്കെടുക്കാനും കൃത്യമായിട്ട് അവിടെ സംസാരിക്കാനും അത് കേട്ടിരിക്കാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷെ അവിടെ ഒരു വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് അതിൽ വോട്ട് ചെയ്യാനുള്ള റൈറ്റ് മാത്രം ഇദ്ദേഹത്തിന് വരുന്നില്ല. അതായത് നമ്മുടെ പാർലമെന്ററി പ്രൊസീഡിങ്സിൽ പങ്കെടുക്കാനും സംസാരിക്കാനുമുള്ള അധികാരമുള്ള ഒരു വ്യക്തി കൂടിയാണ് ആരാ? അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. ഇതുപോലെ സംസ്ഥാനത്തിലെ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട സംസ്ഥാനത്തിന്റെ ആണെങ്കിൽ അഡ്വക്കേറ്റ് ജനറൽ ആണ്. മിഥുൻ മൻഹാസ് elected 37th BCCI പ്രസിഡന്റ്, ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ അപ്പെക്സ് ക്രിക്കറ്റ് ബോഡിയാണല്ലേ. ഇന്ത്യൻ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട സുപ്രധാനപരമായുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ബോഡിയാണ് BCCI അഥവാ ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഓഫ് ഇന്ത്യ. സോ ഇതിന്റെ 37ാമത്തെ പ്രസിഡന്റായിട്ട് ആര് വന്നിട്ടുണ്ട്? മുൻ ഡൽഹി ക്യാപ്റ്റൻ ഒക്കെ ആയിരുന്ന മിഥുൻ മൻഹാസിനെ തെരഞ്ഞെടുത്തു. ഫോമർ ഡൽഹി ക്യാപ്റ്റൻ മിഥുൻ മൻഹാസ് ഹാസ് ബീൻ elected ആസ് എ ന്യൂ പ്രസിഡന്റ് ഓഫ് ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഓഫ് ഇന്ത്യ BCCI ഡ്യൂറിംഗ് ഇറ്റ്സ് ആനുവൽ ജനറൽ മീറ്റിംഗ്. അതിന് ആനുവൽ ജനറൽ മീറ്റിംഗ് നടന്ന സമയത്ത് അവിടെ 37ാമത്തെ BCCI പ്രസിഡന്റായിട്ട് വന്നു. മിഥുൻ മൻഹാസ് ബിക്കംസ് 37th പ്രസിഡന്റ് ഓഫ് ബോർഡ് സക്സീഡിംഗ് റോജർ ബിന്നി. ഓൾറെഡി ഉണ്ടായിരുന്ന റോജർ ബിന്നിയെ കുറിച്ചൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സോ അദ്ദേഹത്തിന്റെ ടെന്യൂർ അവസാനിച്ച സ്ഥിതിക്കാണ് ഈ ഒരു നിയമനവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പ്രവീർ രഞ്ജൻ ടേക്സ് ചാർജസ് CISF DG. എന്താണ്? സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് റീസെന്റ് ആയിട്ട് നിയമിക്കപ്പെട്ട വ്യക്തിയാണ് പ്രവീർ രഞ്ജൻ. 1993 ബാച്ച് IPS ഓഫീസർ took charge as a new Director General of Central Industrial Security Force. എന്താണ്? CISF സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് ആരെ നിയമിക്കപ്പെട്ടു? പ്രവീർ രഞ്ജൻ. ദ അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ് ഹാഡ് ക്ലിയർഡ് ഹിസ് നെയിം ടു ഹെഡ് ദ CISF. സോ ACC അഥവാ അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ് ആണ് ഈ പറയുന്ന നിയമനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലേ.
അതുകൊണ്ട് അതുകൂടെ അങ്ങോട്ട് അവിടെ പഠിച്ചു വയ്ക്കണം. ഷെയ്ഖ നസീർ അൽ നവായിസ് ബിക്കം ഫസ്റ്റ് വുമൺ ടു ലീഡ് UN ടൂറിസം. UN ടൂറിസത്തെ ആദ്യമായിട്ടൊരു വനിത നയിക്കാൻ വേണ്ടി പോവുകയാണ് അല്ലേ. അങ്ങനെ നയിക്കുന്ന വനിതയായിട്ട് മാറിയ വ്യക്തിയാണ് ഷൈഖ നസീർ അൽ നവായിസ്. ഷൈഖ നസീർ അൽ നവായിസ് appointed Secretary General of the United Nations Specialized Agency for Tourism. UN ടൂറിസം എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അല്ലേ. സോ UN ടൂറിസത്തിന്റെ ഭാഗമായിട്ട് വന്ന ആദ്യ വനിത ആരാണ്, അല്ലെങ്കിൽ അതിന് ഹെഡായിട്ട് വന്ന ആദ്യ വനിത ആരാണ്? കഴിഞ്ഞ 50 വർഷത്തെ ചരിത്രത്തിൽ ഇതുവരെ ഒരു വനിത പോലും UN ടൂറിസത്തിന് നയിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നില്ല. ഷീസ് ദ ഫസ്റ്റ് വുമൺ lead the organization in its 50-year history. She will officially take office in January 2026 for a 4-year term. 2026 ജനുവരി തൊട്ടിട്ട് 2027, 28, 29, 30 വരെ ആ ഒരു 4 വർഷം ടെന്യൂറിലേക്കാണ് വരുന്നത്. കീർത്തി സുരേഷ് ബിക്കംസ് യുനിസെഫ് ഇന്ത്യ സെലിബ്രിറ്റി അഡ്വക്കേറ്റ് ഫോർ ചൈൽഡ് റൈറ്റ്സ്. കീർത്തി സുരേഷ് മലയാളിയാണ്. മലയാളി പ്രൊഡ്യൂസർ ആയിട്ടുള്ള സുരേഷിന്റെയും അതുപോലെ ആക്ട്രസ് ആയിരുന്ന മേനക സുരേഷിനൊക്കെ മകളാണ് കീർത്തി സുരേഷ് അല്ലേ. നാഷണൽ അവാർഡൊക്കെ സ്വന്തമാക്കിയുള്ള ആക്ട്രസ് ആണ്. സോ അവരെന്താണ് യുനിസെഫ് ഇന്ത്യയുടെ സെലിബ്രിറ്റി അഡ്വക്കേറ്റ് ആയിട്ട്, അതും ചൈൽഡ് റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് സെലിബ്രിറ്റി അഡ്വക്കേറ്റ് ആയിട്ട് റീസെന്റ് ആയിട്ട് യുനിസെഫ് ഇന്ത്യ തിരഞ്ഞെടുത്തിട്ടുണ്ട്. സോ ഇതുപോലെയുള്ള അഡ്വക്കേറ്റ്സിനെ കുറിച്ച്, അഡ്വക്കേറ്റ്സ് ഇൻ ദ സെൻസ് ലോയർ അങ്ങനെയല്ല, നമ്മളിപ്പം അംബാസഡർ എന്നൊക്കെ പറയില്ലേ, അത്തരത്തിലാണ് ഈ ഒരു നിയമനം വന്നത്. കീർത്തി സുരേഷ് ഹാസ് ബീൻ ഒഫീഷ്യലി അപ്പോയിന്റഡ് ആസ് എ സെലിബ്രിറ്റി അഡ്വക്കേറ്റ് for UNICEF India. The appointment aligned with the UNICEF India's initiative encouraging society to recognize and uphold the children's right. സോ കുട്ടികളുടെ അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയുള്ള ഒരു കമ്മിറ്റി തന്നെയാണ് യുനിസെഫ് അല്ലേ. സോ യുനിസെഫിന് വേണ്ടിയിട്ട് യുനിസെഫുമായിട്ട് ബന്ധപ്പെട്ടാണ് ബന്ധിപ്പിച്ചുകൊണ്ടാണ് കീർത്തി സുരേഷ് പ്രവർത്തിക്കുന്നത്. UNICEF was created in 1946 and works in over 190 countries to support ചൈൽഡ് വെൽഫെയർ. 1946 യുനിസെഫ് രൂപീകരിക്കപ്പെടുന്നത്. സോ 190ഓളം രാജ്യങ്ങളുമായിട്ട് കുട്ടികളുടെ സുരക്ഷയ്ക്കും കുട്ടികളുടെ അഡ്വാൻസ്മെന്റിനും വേണ്ടി പ്രവർത്തിച്ചു വരുന്ന ബോഡി കൂടിയാണ് ഇത്. പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ എലക്ട്സ് സംഗീത ബറോ പിഷാരടി ആസ് ഫസ്റ്റ് വുമൺ പ്രസിഡന്റ്. PCI അഥവാ പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ. ഈ പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ വന്നിട്ട് ഇന്ന് വരെ പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യക്ക് ഒരു വനിത അതിന്റെ പ്രസിഡന്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല, തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, അധികാരത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. സോ ആദ്യമായിട്ട് എന്താണ് പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വനിത അധികാരത്തിലേക്ക് വന്നു. ആ വന്ന വനിത ആരാണ്? സംഗീത ബറോ പിഷാരടിയാണ്. എലക്ഷൻ ഓഫ് സീനിയർ ജേർണലിസ്റ്റ് സംഗീത ബറോ പിഷാരടി ആസ് എ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് ദ പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ മാർക്സ് എ സിഗ്നിഫിക്കന്റ് ആൻഡ് സിംബോളിക് മൈൽസ്റ്റോൺ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ മീഡിയ. സോ ഇന്ത്യൻ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട് അഭിമാനിക്കാൻ വേണ്ടി പറ്റുന്ന നേട്ടം തന്നെയാണ് ഒരു വനിത. വുമൺ എംപവർമെന്റുമായിട്ട് ബന്ധപ്പെട്ട കണക്കായിട്ട് പറയാല്ലേ. സോ ഒരു വനിത ഇത്തരത്തിൽ തലപ്പത്തേക്ക് വരും, തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചു വയ്ക്കണം. അവരുടെ ഒപ്പണന്റ് ആയിരുന്ന അതുൽ മിശ്രയും അരുൺ ശർമ്മയും രണ്ടും പുരുഷന്മാരാണ്. രണ്ടുപേരെയും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ആദ്യത്തെ വനിതയായിട്ട് സംഗീത ബറോ പിഷാരടി മാറിയത്. പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ എന്താണ്? വൺ ഓഫ് ദ മോസ്റ്റ് പ്രസ്റ്റീജിയസ് ജേർണലിസ്റ്റ് ബോഡീസ് ഇൻ ദ കൺട്രി. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജേർണലിസ്റ്റ് ബോഡിയാണ്. ഓവർ ദ ഡെക്കേഡ്സ് ഇറ്റ് ഹാസ് പ്ലേഡ് crucial role in protecting the professional interest of journalists, upholding freedom of expression, promoting ethical journalism and strengthening democratic discourse in India. 1988 ന്യൂഡൽഹിയിലാണ് ഈ പറയുന്ന പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ രൂപീകരിക്കപ്പെടുന്നത്. എക്സ് ജസ്റ്റിസ് സെക്രട്ടറി രാജ്കുമാർ ഗോയൽ അപ്പോയിന്റഡ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ. നമ്മുടെ വിവരാവകാശ കമ്മീഷൻ അല്ലേ, ഇൻഫർമേഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ തലപ്പത്തേക്ക് ഒരു പുതിയ വ്യക്തി വന്നിട്ടുണ്ട്. ആരാണത്? രാജ്കുമാർ ഗോയലാണ്. ഫോമർ IAS ഓഫീസറാണ്. ഓക്കെ, ഫോമർ IAS ഓഫീസർ രാജ്കുമാർ ഗോയൽ took oath as a ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ അഡ്മിനിസ്ട്രേറ്റഡ് ബൈ പ്രസിഡന്റ് ദ്രൗപദി മുർമു. ആരായിരിക്കും ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറൊക്കെ നിയമിക്കുന്നത്? ഇന്ത്യൻ പ്രസിഡന്റ് ആയിരിക്കും. സോ ദ്രൗപദി മുർമു ഈ പറയുന്ന രാജ്കുമാർ ഗോയലിന് നമ്മുടെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായിട്ട് നിയമിച്ചു. ഗോയൽ ഹാസ് ടേക്കൺ പ്ലേസ് ഓഫ് ഹീരാലാൽ സമരിയ. ഹീരാലാൽ സമരിയക്ക് റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഈ നിയമനം വന്നത്. A 3-member panel headed by Prime Minister Narendra Modi had suggested Sri Goyal's name for a Chief Information Commission. അവിടെ ഒരു 3-അംഗ ബോഡിയാണ് ഈ ഒരു നിയമനം അല്ലെങ്കിൽ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. പ്രൈം മിനിസ്റ്റർ അടങ്ങി വരുന്ന ഒരു ബോഡിയാണ്. സോ ആ ഒരു ബോഡിയാണ് പ്രസിഡന്റ് ഈ ഒരു പേര് ശുപാർശ ചെയ്യുന്നത്. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ RT Act 2005. ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഇതൊരു
കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയല്ല, പിന്നെന്താ, നിയമത്താൽ സ്ഥാപിതമായിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ. സോ അങ്ങനെയാണെങ്കിൽ ഇത് സ്ഥാപിതമാവാൻ വേണ്ടി കാരണമായ ഒരു നിയമം വേണ്ടേ? സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്ത് വേണം അവിടെ? നിയമം വേണം. ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറയുമ്പോൾ അവിടെ നിയമം വേണം. റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് 2005 പിൻബലത്തിലാണ് ഈ ഒരു നിയമനം വന്നത്. The Central Information Commission shall consist of Chief Information Commissioner and the such number of central information. ഓക്കെ, ഇവിടെ എന്താണ്, ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഉണ്ടാവും, പിന്നെ കുറച്ച് ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ്, സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് നോട്ട് എക്സ്റ്റെൻഡ് 10 ആസ് മേ ബി ഡീംഡ് നെസസറി. മാക്സിമം 10 മെമ്പേഴ്സ് വരെ ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും പറ്റും, മാക്സിമം 10 മെമ്പേഴ്സ് വരെയും പറ്റും. അതും അവിടെ നെസസറി ആണ് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ മാക്സിമം 10 മെമ്പേഴ്സ് പറ്റത്തുള്ളൂ. Members are appointed by the President of India based on the recommendation of a committee comprising. ഓൾറെഡി ഞാൻ പറഞ്ഞു, ഈ ഒരു നിയമനം പ്രസിഡന്റ് ആണ് നിയമിക്കുന്നെങ്കിൽ പോലും പ്രസിഡന്റ് ഈ ഒരു നിയമന ശുപാർശ നൽകുന്നത് ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയുടെ തലപ്പത്ത് പ്രധാനമന്ത്രി ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. ദ പ്രൈം മിനിസ്റ്റർ ചെയർപേഴ്സൺ, ദ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഇൻ ദ ലോക്സഭ, എ യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ നോമിനേറ്റഡ് ബൈ പ്രൈം മിനിസ്റ്റർ. ഈ ഒരു കമ്മിറ്റിയിൽ ആരൊക്കെയാണ് ഉണ്ടാകുക? പ്രധാനമന്ത്രി ഇടാം, ചെയർപേഴ്സൺ ആയിട്ട് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇടാം. ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഇൻ ദ ലോക്സഭ അതിൽ അംഗമായിരിക്കും. അതുപോലെ യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ നോമിനേറ്റഡ് ബൈ പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന ഒരു യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്ററും ഇതിൽ അംഗമായിട്ടുണ്ടാവും. സോ അത്തരം കാര്യങ്ങൾ കൂടെ അവിടെ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കണം. അതുപോലെ ചീഫ് ഇൻഫർമേഷൻ, സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷന്റെ പവേഴ്സ് ചോദിച്ചാൽ, ഒന്ന് സമ്മോണിംഗ് വിറ്റ്നസ്, നമ്മുടെ ഇരു സഭകളും കാര്യങ്ങളൊക്കെ സമ്മോണിംഗ് കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെ വിറ്റ്നസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിക്കും. ഇൻസ്പെക്ടിങ് ഡോക്യുമെന്റ്സ്, റിക്വസിറ്റിംഗ് പബ്ലിക് റെക്കോർഡ്സ് ആൻഡ് ഇഷ്യൂയിങ് സമ്മോൺസ് ഫോർ എക്സാമിനേഷൻ. അതൊക്കെയാണ് മെയിനായിട്ട് ഇൻഫർമേഷൻ കമ്മീഷന്റെ പവേഴ്സ്. Its primary role is to ensure effective implementation of Right to Act 2005 and uphold citizens' right to information. നമ്മുടെ മനുഷ്യാവകാശമല്ല, വിവരാവകാശം. ഓക്കെ, വിവരാവകാശവുമായിട്ട് ബന്ധപ്പെട്ട 2005 ആക്ടിൽ നമുക്കിപ്പോൾ ഒരു പബ്ലിക് അതോറിറ്റിയെ കുറിച്ച്, ഒരു ഗവൺമെന്റ് സ്ഥാപനത്തെക്കുറിച്ചുള്ള ഏത് രീതിയിലുള്ള വിവരങ്ങൾ നമുക്ക് സുതാര്യമായിരിക്കും. അത് ഒരു 10 രൂപയ്ക്ക് കൊടുത്ത് നിങ്ങളുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, ഇപ്പം PSC യുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു സംശയമാണ്, ഒരു വ്യക്തിയെ എന്ത് അടിസ്ഥാനത്തിലാണ് PSC നിയമിച്ചു എന്ന സംശയം ഉണ്ടെങ്കിൽ നേരെ നിങ്ങൾക്ക് 10 രൂപ കൊടുത്തിട്ട് അവിടെ എന്താണ് ആ ഒരു കാര്യങ്ങൾ, അതൊക്കെ നമ്മുടെ എന്താണ് ഗവൺമെന്റ് പബ്ലിക് അതോറിറ്റി ആണല്ലേ. സോ ആ ഒരു നിയമന ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. സോ ഇത്തരത്തിൽ പബ്ലിക് അതോറിറ്റി, പ്രൈവറ്റും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടത്തില്ല. റീസെന്റ് ആയിട്ട് ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഓഫ് ഇന്ത്യ, BCCI ആണെന്ന് തോന്നുന്നു, IPL ബന്ധപ്പെട്ട ഒരു ഡാറ്റാസും കാര്യങ്ങളും വേണമെന്നൊക്കെ പറഞ്ഞ ആരൊക്കെ RTI കൊടുത്തിട്ട് സുപ്രീം കോടതി തന്നെ ഇടപെട്ട് പറഞ്ഞു അതൊരു പ്രൈവറ്റ് അതോറിറ്റിയാണ്, പബ്ലിക് അതോറിറ്റി അല്ല, സോ നിങ്ങൾക്ക് ഡാറ്റാസ് തരാൻ വേണ്ടി പറ്റത്തില്ല. സോ അവർക്ക് അവരുടേതായുള്ള രീതിയിലുള്ള മാനദണ്ഡങ്ങളും കാര്യങ്ങളുണ്ട്, കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് അവർ പോകുന്നത്. അവരുടെ ആ ഒരു അതോറിറ്റിയിൽ ഗവൺമെന്റ് ഒരു രൂപ പോലും നിക്ഷേപിക്കുന്നില്ല, അവരുടെ ബോർഡുമായിട്ട് ബന്ധപ്പെട്ട അംഗങ്ങളിൽ ഗവൺമെന്റിന്റെ ആരുമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ന്യൂസൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, സെൻട്രൽ ഇലക്ഷൻ കമ്മീഷണർ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ടു ചെയർ ഇന്റർനാഷണൽ ഐഡിയ ഇൻ 2026. 2026 ഇന്റർനാഷണൽ ഐഡിയ എന്ന് പറയുമ്പോൾ കൗൺസിൽ ഓഫ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെമോക്രസി ആൻഡ് ഇലക്ട്രൽ അസിസ്റ്റൻസ് ആണ്, അതാണ് ഇന്റർനാഷണൽ ഐഡിയ. സോ 2026 അതിന്റെ തലപ്പത്തേക്ക് ആര് വന്നു? ഗ്യാനേഷ് കുമാർ വന്നു അല്ലേ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഹാസ് അസ്യൂംഡ് ദ ചെയർഷിപ്പ് ഓഫ് കൗൺസിൽ ഓഫ് ദ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെമോക്രസി ആൻഡ് ഇലക്ട്രൽ അസിസ്റ്റൻസ് ഫോർ 2026. India has been elected as a new share of the council member states of international idea for 2026. ഇന്ത്യ എന്താണ് പുതിയ ഷെയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യ is one of the 14 founding member states of ഓർഗനൈസേഷൻ. ഈ ഒരു ഓർഗനൈസേഷൻ തുടക്കത്തിലുണ്ടായിരുന്ന 14 അംഗരാജ്യങ്ങളിൽ ഒന്നായിരുന്നു നമ്മുടെ ഇന്ത്യ. മിസ്റ്റർ കുമാർ അസ്യൂംഡ് ചെയർമാൻഷിപ്പ് ഇൻ സ്റ്റോക്ക്ഹോം, സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിലാണ് ഇദ്ദേഹം എന്താണ് ഗണേഷ് കുമാർ തന്റെ അധികാരവും കാര്യങ്ങളും ചെയർമാൻഷിപ്പ് ഏറ്റെടുത്തിട്ടുള്ളത്. അംബാസഡർ ഓഫ് ഇന്ത്യ ടു സ്വീഡൻ അനുരാഗ് ഭൂഷൺ അന്നത്തെ ആളാണ്, വാസ് പ്രസന്റ് ഡ്യൂറിംഗ് ദ സെറിമണി. അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇന്റർനാഷണൽ ഐഡിയയുടെ ഫുൾ ഫോം ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഓർമ്മയില്ല? ഐഡിയയുടെ ഫുൾ ഫോം എന്താണ്? ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെമോക്രസി ആൻഡ് ഇലക്ട്രൽ അസിസ്റ്റൻസ് ആണ്. ഇന്റർനാഷണൽ ഐഡിയ ഇസ് ഇന്റർ ഗവൺമെന്റ് ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1995 വിത്ത് എ കോർ മിഷൻ ടു സ്ട്രെങ്തൻ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പ്രോസസ്സസ് വേൾഡ് വൈഡ്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഈ പറഞ്ഞ സ്റ്റോക്ക്ഹോം തന്നെയാണല്ലേ, ഹെഡ് ക്വാർട്ടേഡ് ഇൻ സ്റ്റോക്ക്ഹോം. ദ ഓർഗനൈസേഷൻ കറന്റ്ലി ഹാസ് 35 member countries including India and notable observers are like the United States and ജപ്പാൻ. ഓക്കെ, അതിൽ 35ഓളം രാജ്യങ്ങളുണ്ട്. ഇന്ത്യ തുടക്കത്തിലുണ്ടായിരുന്ന രാജ്യമാണെന്ന രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റിസ് വിക്രംനാഥ് അപ്പോയിന്റഡ് NALSA എക്സിക്യൂട്ടീവ് ചെയർമാൻ. എന്താണ് NALSA? നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി ആണ്. അതിന് എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ട് റീസെന്റ് ആയിട്ട് നിയമിക്കപ്പെട്ട വ്യക്തിയാരാണ്? ജസ്റ്റിസ് വിക്രംനാഥ് ആണ്. പ്രസിഡന്റ് ദ്രൗപദി മുർമു ആണ് നിയമനവും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്.
President Draupadi Murmu has nominated Justice Vikram Nath, a senior judge of Supreme Court, as the executive chairman of National Legal Service Authority. National Legal Service Authority എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ട് നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? ജസ്റ്റിസ് വിക്രം നാഥ് ആണല്ലേ. ഇൻ എ പാരലൽ അപ്പോയിന്റ്മെന്റ്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സൂര്യകാന്ത് ഹാസ് നോമിനേറ്റഡ് ജസ്റ്റിസ് ജിതേന്ദ്ര കുമാർ മഹേശ്വരി ആസ് എ ചെയർമാൻ ഓഫ് സുപ്രീം കോർട്ട് ലീഗൽ സർവീസ് കമ്മിറ്റി. ഇത് രണ്ടും രണ്ടാണ്. നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി വേറെ, സുപ്രീം കോർട്ട് ലീഗൽ സർവീസ് കമ്മിറ്റി വേറെ. സോ ഇവിടെ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ചെയർമാനായിട്ട് ജസ്റ്റിസ് വിക്രം നാഥ്, അതുപോലെ സുപ്രീം കോർട്ട് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായിട്ട് ജസ്റ്റിസ് ജിതേന്ദ്രകുമാർ മഹേശ്വരിയുമാണ് വന്നത്. വിവേക് ചതുർവേദി ഈസ് അപ്പോയിന്റഡ് ആസ് ന്യൂ CBIC ചെയർമാൻ, അസ്യൂംസ് ഓഫീസ് December 1st. CBDTയുടെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, അതിൽ വന്ന മാറ്റം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് CBIC, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ്. ഒന്ന് CBDT ഡയറക്ട് ടാക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ CBIC ഇൻഡയറക്ട് ടാക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കുന്നത്. വിവേക് ചതുർവേദി, എ 1990 ബാച്ച് IRS കസ്റ്റംസ് ആൻഡ് ഇൻഡയറക്ട് ടാക്സ് ഓഫീസർ, has been appointed chairman of Central Board of Indirect Tax and Customs, CBIC, Central Board of Indirect Tax and Customs ആയിട്ട് നിയമിക്കപ്പെട്ടു. അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ് ആണ് ഈ ഒരു നിയമനം നടപ്പിലാക്കുന്നത്. ഓൾറെഡി ഉണ്ടായിരുന്ന സഞ്ജയ് കുമാർ അഗർവാളിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു നിയമനം വരുന്നത്. ഇനി സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ മുൻപുണ്ടായിരുന്ന സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസിന്റെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്ന ബോഡിയാണ്. ഇസ് എ പാർട്ട് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഫൈനാൻസ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ട് മിനിസ്ട്രി ഓഫ് ഫൈനാൻസിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂയുടെ അണ്ടറിലാണ് ഇത് വന്നത്. കോൺസ്റ്റിറ്റ്യൂട്ട് അണ്ടർ ദ സ്റ്റാറ്റ്യൂട്ട് ദ സെൻട്രൽ ബോർഡ് ഓഫ് റവന്യൂ ആക്ട് 1963, 1963 സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതുകൊണ്ട് തന്നെ സെൻട്രൽ ബോർഡ് ഓഫ് റവന്യൂ ആക്ട് 1963 ആണ് പിൻബലത്തിലാണ് ഇത് വന്നത്. ഇറ്റ് ഡീൽസ് വിത്ത് ദ ടാസ്ക് ഓഫ് ഫോർമുലേഷൻ ഓഫ് പോളിസി കൺസേണിംഗ് ലെവി ആൻഡ് collection of customs, central excise duties, central goods and service tax and IGST, prevention of smuggling and administration of matters relating to customs, central excise, central goods and service tax, IGST and narcotics to the extent under CBIC's purview. The CBIC is headed by a chairman and has 6 members in addition to the chairman. അതുകൂടെ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വയ്ക്കും. അടുത്തെന്താണ്? മണാലി സാഗർ becomes നാഗ്പൂർ യൂണിവേഴ്സിറ്റീസ് ഫസ്റ്റ് ഫീമെയിൽ വൈസ് ചാൻസലർ ഇൻ 100 years. കഴിഞ്ഞ 100 വർഷത്തിനിടയിൽ 1923 വർഷത്തിൽ 1923 നാഗ്പൂർ യൂണിവേഴ്സിറ്റി രൂപീകരിക്കപ്പെടുന്നത്. സോ 102 വർഷങ്ങളായല്ലേ. സോ 102 വർഷങ്ങൾക്കിടയിൽ ഇതുവരെ ഒരു വനിത പോലും എന്താണ് ഈ പറഞ്ഞ നാഗ്പൂർ യൂണിവേഴ്സിറ്റിയുടെ VC അഥവാ വൈസ് ചാൻസലറായിട്ട് നിയമിക്കപ്പെട്ടില്ല. അങ്ങനെ നിയമിക്കപ്പെട്ട ആദ്യ വനിതയാണ് മണാലി ഷിർസാഗർ എന്ന് പറയും. ഓക്കെ, ഇങ്ങനെയായിരിക്കും മിക്കവാറും എഴുതുമുണ്ട്. ഷിർസാഗർ എന്നായിരിക്കും അല്ലെ. ഷിർസാഗർ ഇങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നാഗ്പൂർ യൂണിവേഴ്സിറ്റി ഹാസ് മെയ്ഡ് ഹിസ്റ്ററി ബൈ അപ്പോയിന്റിംഗ് മണാലി മാർക്കണ്ട് ഷിർസാഗർ ആസ് എ ഫസ്റ്റ് വുമൺ വൈസ് ചാൻസലർ സിൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ്ഡ്. ഈ ഒരു സ്ഥാപനം വന്നിട്ട് 102 വർഷമായി. ഇതുവരെ ഒരു വനിത പോലും എന്താണ് നമ്മുടെ വൈസ് ചാൻസലറായിട്ട് വന്നിട്ടില്ല. Sagar's appointment was announced by Maharashtra Governor and University Chancellor Acharya Devrath. ഈ ഒരു നിയമനം ആരാണ് നടപ്പിലാക്കിയത്? അന്നത്തെ യൂണിവേഴ്സിറ്റി ചാൻസലർ ആയിരുന്ന ആചാര്യ ദേവ്രത്താണ്. നാഗ്പൂർ യൂണിവേഴ്സിറ്റി രൂപീകരിക്കപ്പെടുന്ന 1923 202 വർഷം ഇതിന് പഴക്കമുണ്ട്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനുള്ളത്. സോ നമ്മൾ അപ്പോയിന്റ്മെന്റും കാര്യങ്ങളും സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. സോ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഇതിൽ തന്നെ മിക്സർ ആയിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ എല്ലാം അപ്പോയിന്റ്മെന്റ് പരമാവധി കാര്യങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി എന്താണ് മിക്സർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടത്. റാൻഡം ഫാക്ട്സ് എന്ന രീതിയിലാണ് ഞാൻ ഇവിടെ തരുന്നത്. ഈ ഒരു മിക്സഡ് കാര്യങ്ങൾ നമുക്ക് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 3-4 മണിക്കൂർ മാക്സിമം ചർച്ച ചെയ്യേണ്ട. നമ്മൾ വിട്ടുപോയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആ ഒരു കാര്യങ്ങളിലേക്കാണ് നമ്മൾ നടക്കാൻ വേണ്ടി പോകുന്നത്. മധ്യപ്രദേശ് നെയ്മഡ് go to global destination for 2025 by വാൾ സ്ട്രീറ്റ് ജേർണൽസ്. എന്താണ് കാര്യം? 2025 നമ്മൾ നിർബന്ധമായിട്ട് സന്ദർശിച്ചിരിക്കേണ്ട പ്രദേശം എന്ന രീതിയിൽ വാൾ സ്ട്രീറ്റ് ജേർണൽസ് തിരഞ്ഞെടുത്ത ഇന്ത്യൻ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. മധ്യപ്രദേശിൽ ഒരുപാട് ടൂറിസം പ്ലേസസ് ഉള്ളത് കൊണ്ടും അതുപോലെ അതിന്റെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഒക്കെ കാരണമാണ് ഇത്തരത്തിൽ വാൾ സ്ട്രീറ്റ് ജേർണൽസ് തിരഞ്ഞെടുത്തത്. സോ പരീക്ഷയ്ക്ക് അതുപോലെ തന്നെ ചോദ്യം വരും. നമുക്ക് ഇത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രദേശം ഏതാണെന്ന രീതിയിൽ ചോദ്യം വരും. ദ വാൾ സ്ട്രീറ്റ് ജേർണൽ നെയ്മഡ് മധ്യപ്രദേശ് ആസ് വൺ ഓഫ് ദ
go to global destination for 2024. This recognition highlights the state's rich heritage, wildlife and natural beauty. സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ കാണാൻ സംഭവങ്ങൾ അവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇതുപോലെ തിരഞ്ഞെടുക്കപ്പെടുന്നത് അല്ലേ. ഇൻക്ലൂഷൻ ഇൻ ദ വാൾ സ്ട്രീറ്റ് ജേർണൽസ് ലിസ്റ്റ് ഹൈലൈറ്റ്സ് മധ്യപ്രദേശ് അപ്പീൽ ആസ് എ വേൾഡ് ക്ലാസ് ഡെസ്റ്റിനേഷൻ അട്രാക്ടിംഗ് ഗ്ലോബൽ ട്രാവലേഴ്സ് സീക്കിംഗ് ഹിസ്റ്ററി അഡ്വഞ്ചർ ആൻഡ് സ്റ്റണ്ണിംഗ് ലാൻഡ്സ്കേപ്പ്. ആ ഒരു പ്രദേശത്തിന്റെ ടൂറിസം സാധ്യതകൾ കൊണ്ട് തന്നെയാണ് ഗോ ടു ഗ്ലോബൽ ഡെസ്റ്റിനേഷൻ ഫോർ 2025 ആയിട്ട് വാൾ സ്ട്രീറ്റ് ജേർണൽ തിരഞ്ഞെടുത്തത്. ഇന്ത്യ റാങ്ക്സ് 49th ഇൻ ദ നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സ് 2024. 2024 ഡാറ്റയാണോ എന്ന് ചോദിച്ചാൽ അല്ല, 2025 തന്നെ വന്ന ഡാറ്റയാണ്. പക്ഷേ 2024 ഇയർ ബേസ് ചെയ്തിട്ടാണ് പലപ്പോഴും നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ കാണാറുണ്ട് അല്ലേ. വരുന്നത് 2025 26 പക്ഷെ 2023 ഇയർ ബേസ് ചെയ്തിട്ടുള്ള പഠനം എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. സോ 49ാമത് ഇന്ത്യയുടെ റാങ്ക് വന്ന കാര്യമാണ്. ഏത് റിപ്പോർട്ടിലാണ്? നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സിലാണ് അല്ലേ. സോ ഇന്ത്യയുടെ റാങ്കിങ് എന്തായാലും ഇതുപോലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ത്യയുടെ റാങ്കിങ് നമുക്ക് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദ്യമാണ്. അക്കോർഡിംഗ് ടു ദ ലേറ്റസ്റ്റ്, അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നത്, നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സ് 2024, ഇന്ത്യ ആസ് സെക്യൂർഡ് 49th പൊസിഷൻ. ഇന്ത്യയുടെ സ്ഥാനമാണ് ഇമ്പോർട്ടൻറ്റ്. 2023 ഇന്ത്യ 60ാം സ്ഥാനത്ത് ഉണ്ടായിരുന്നു. 2025 ആയപ്പം 2024 ഇയർ ബേസ് ചെയ്ത് 49ാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. മാർക്കിംഗ് എ സിഗ്നിഫിക്കന്റ് ഇംപ്രൂവ്മെന്റ് ഫ്രം ഇറ്റ്സ് പ്രീവിയസ് റാങ്കിംഗ് ഓഫ് 60th in 2023, highlighting the country's progress in digital infrastructure and ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്. തീർച്ചയായിട്ടും എന്താണ് നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്ന സമയത്ത് ഒരു ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണല്ലേ. സോ അത് തന്നെയാണ്. 2024 ഇന്ത്യയുടെ NRI എന്ന് കണ്ടിട്ട് വേറെ ഒന്നുമല്ല, നോൺ റെസിഡന്റ് ഇന്ത്യ ഒന്നുമല്ല. നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്കോർ എന്ന് പറഞ്ഞ 56.63 അത് 2023 50ലും താഴെയായിരുന്നു, 49.93 ആയിരുന്നു. The report maps network-based readiness landscape of 133 economies based on their performance in 4 different pillars: technology, people, governance and impact. സോ അങ്ങനെയുള്ള 4 ഡിഫറെന്റ് പില്ലേഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ വന്നത്. ജസ്റ്റ് ആ ഒരു കാര്യം ഒന്ന് പഠിച്ചു വെക്കണം. റഷ്യൻ ടെന്നീസ് സ്റ്റാർ ഡെനിൽ സവ്ലി ബാൻഡ് ഫോർ 2 years അവർ ഡോപ്പിംഗ്. ഇതുപോലെയുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള സ്പോർട്സ് താരങ്ങൾ ബാൻ ചെയ്യപ്പെടുന്ന സമയത്ത് അവരുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട് അല്ലെ. ബാനൊക്കെ ലഭിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ആ ഒരു ചോദ്യങ്ങൾ വരാറുണ്ട്. ഈ താരം ഏത് കായിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിക്കാറുണ്ട്. സോ റഷ്യയുടെ ടെന്നീസ് പ്ലെയർ ആയിട്ടുള്ള ഡെനിൽ സവ്ലേവ് ആണ് റീസെന്റ് ആയിട്ട് 2 വർഷത്തേക്ക് ഡോപ്പിംഗ് എന്ന് പറയുമ്പോൾ ഉത്തേജക മരുന്ന്, സ്പോർട്സിൽ എന്താണ് നമ്മുടെ ആ ഒരു കൃത്യമായുള്ള സ്പോർട്സ് ആക്ടിവേഷനും കാര്യങ്ങളും എന്ന് പറയുമ്പോൾ ഇപ്പം പല ആളുകളും യൂസ് ചെയ്യാറുണ്ട്. ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റാമിനയൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കും അല്ലേ. അത് ഇല്ലീഗലാണ്. അത് ആ ഒരു സ്പോർട്സ് താരം ഒരിക്കലും ഉപയോഗിക്കാൻ വേണ്ടി പാടില്ലാത്ത കാര്യം കൂടിയാണ്. പലരും ഉപയോഗിക്കാറുണ്ട്. എല്ലാവരുടെയും കാര്യമൊന്നുമല്ല. ഇവൻ ഇന്ത്യക്കാരുടെ അടക്കം ഇന്ത്യയിലെ നാഡയും അതുപോലെ ലോകതലത്തിൽ വാഡയും അവിടെ ഉണ്ട്. സോ അവരൊക്കെ കൃത്യമായിട്ട് ഇതൊക്കെ പരിശോധിച്ചിട്ട് പിടിക്കപ്പെട്ടാൽ ഇതുപോലെ ബാനൊക്കെ കിട്ടും. റഷ്യയുടെ ടെന്നീസ് പ്ലെയർ ആണ് ഡാനിൽ സവ്ലേവ ഹാസ് ബാൻഡ് 2 years ഫോർ ഡോപ്പിംഗ് ബൈ ഇന്റർനാഷണൽ ടെന്നീസ് ഇന്റഗ്രിറ്റി ഏജൻസി. സോ ആ ഒരു ഏജൻസി ഇദ്ദേഹത്തെ ബാൻ ചെയ്തിട്ടുണ്ട്. അൺഈൽഡിംഗ് ജഡ്ജ് എ ട്രിബ്യൂട്ട് ജസ്റ്റിസ് AN ഗ്രോവേഴ്സ് ലെഗസി. എന്താണ് കാര്യം? വളരെ ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ജഡ്ജാണ് AN ഗ്രോവർ. ഇദ്ദേഹം 1973 കേശവാനന്ദ ഭാരതി കേസ് ഉണ്ടായിരുന്നില്ല, അന്ന് 13 അംഗ ജഡ്ജ് അടങ്ങിയ ബെഞ്ചാണ് അതിന്റെ വിധിയും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, വാദവും കാര്യങ്ങളും കേട്ട് വിധി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഒരു 13 അംഗ ബെഞ്ചിൽ ഭാഗമായിരുന്ന ഒരു ജഡ്ജിയാണ് AN ഗ്രോവർ. ഇദ്ദേഹത്തിന്റെ ആ ഒരു കരിയർ, ഇദ്ദേഹത്തിന്റെ ഇന്ത്യൻ ജുഡീഷ്യറിയുമായിട്ടുള്ള കരിയറിനെ കുറിച്ച് വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ് അൺഈൽഡിംഗ് ജഡ്ജ് എ ട്രിബ്യൂട്ട് ടു ജസ്റ്റിസ് AN ഗ്രോവേഴ്സ് ലെഗസി എന്ന് പറഞ്ഞ് ഇത് എഴുതിയത് ഗൗരി ഗ്രോവർ ആണ്. ഓക്കെ. സോ AN ഗ്രോവർ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യം വന്നുകൂടെ? താഴെ പറഞ്ഞ ആരാണ് 1973 കേശവാനന്ദ ഭാരതി കേസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യക്തി എന്ന് ചോദിച്ചുകൂടെ? ഓക്കെ. സോ കറണ്ട് അഫെയറിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന രീതിയിൽ കറണ്ട് അഫെയറിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നു, ഇങ്ങനെ ഒരു കാര്യം വന്നു, ഇങ്ങനെ ഒരു പുസ്തകം വന്നു എന്നതാണ് മെയിനായിട്ട് പറയുന്നത്. അൺഈൽഡിംഗ് ജഡ്ജ് മിക്കവാറും എല്ലാം ഒന്നും ഉണ്ടാവില്ല. ഇത് മാത്രം ഈ വലിയൊരു ഹൈലൈറ്റ് ചെയ്ത് കൊടുത്ത കാര്യമുണ്ടല്ലോ, ദ അൺഈൽഡിംഗ് ജഡ്ജ് മിക്കവാറും അത് മാത്രമേ ഉണ്ടാവൂ. അൺഈൽഡിംഗ് ജഡ്ജ് എ ട്രിബ്യൂട്ട് ജസ്റ്റിസ് AN ഗ്രോവേഴ്സ് ലെഗസി റിട്ടേൺ ബൈ ഗൗരി ഗ്രോവർ. The book was launched on December 21, 2024
24 വിത്ത് റിമാർക്സ് ഫ്രം അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി. അറ്റോർണി ജനറൽ ആയിട്ടുള്ള ആർ വെങ്കിട്ട് രമണിയാണ് ഈ ഒരു പുസ്തകം ഒഫീഷ്യലായിട്ട് ലോഞ്ച് ചെയ്തത്. ജസ്റ്റിസ് എ എൻ ഗ്രോവർ വാസ് പാർട്ട് ഓഫ് 13 ജഡ്ജ് ബെഞ്ച് ഇൻ 1973 കേശവാനന്ദ ഭാരതി കേസ്. 1973 കേശവാനന്ദ ഭാരതി കേസിൽ വിധി പറഞ്ഞ 13 ജഡ്ജസിൽ ഒരാളായിരുന്നു എ എൻ ഗ്രോവർ. ദ ഇവന്റ് പെയ്ഡ് ട്രിബ്യൂട്ട് ടു ജസ്റ്റിസ് ഗ്രോവേഴ്സ് renowned for his role in the landmark 1973 കേശവാനന്ദ ഭാരതി കേസ് which upheld the basic structure of doctrine of ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചർ നിലനിർത്തിയിട്ടുണ്ടായിരുന്ന ഒരു വിധി കൂടിയാണ് കേശവാനന്ദ ഭാരതി കേസുമായിട്ട് ബന്ധപ്പെട്ട് വന്ന വിധി. അതുകൂടെ അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെക്കണം. ലോസർ ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ് ഇൻ ലഡാക്ക്. ഫെസ്റ്റിവൽസുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരം പരീക്ഷകൾക്ക് ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട് അല്ലെ. ഈ ഇന്ന ഫെസ്റ്റിവൽ ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഈ ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഫെസ്റ്റിവൽ ഏത് മാസം ആചരിക്കുന്നു, അല്ലെങ്കിൽ ഫെസ്റ്റിവൽസുമായിട്ട് ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചോദ്യങ്ങളായിട്ട് വരാറുണ്ട് അല്ലെ. എവിടെ ആഘോഷിക്കുന്നു അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ. സോ ലോസർ എൽ ഫോർ ലോസർ, എൽ ഫോർ ലഡാക്ക്, അങ്ങനെ പഠിച്ചാലും മതി അല്ലെ. ഓക്കെ. ലക്ഷദ്വീപ് ഒന്നും കൊണ്ടുപോയിട്ട് എഴുതരുത്, ഞാൻ എല്ലെന്ന് പഠിക്കാൻ പറഞ്ഞെന്ന് ചോദിച്ചാൽ ലക്ഷദ്വീപ് ഒക്കെ ഉണ്ട് അവിടെ എല്ലിൽ. സോ ലഡാക്ക് ആണ്. Ladakhi Losar, marking the new year in Tibetan calendar, is a vibrant festival celebrated with great enthusiasm across ലഡാക്ക്. ലഡാക്കിൽ ആ ഒരു ന്യൂ ഇയർ എന്ന രീതിയിലാണ് തിബറ്റൻ കലണ്ടറിൽ അവിടെ എന്താണ് ലഡാക്കി ലോസർ ഫെസ്റ്റിവൽ. ലോസർ ആണ്, ലോസർ പൊതുവെ ചോദിക്കാറുണ്ട്. ഡീപ്ലി റൂട്ടഡ് ഇൻ ദ റീജിയൻസ് കൾച്ചർ ആൻഡ് ഹെറിറ്റേജ്, ലോസർ ഇസ് മോർ ദാൻ എ ഫെസ്റ്റിവൽ ഒക്കേഷൻ. അവർക്ക് ഒരു ഫെസ്റ്റീവ് എന്നതിലുപരിയായിട്ട് ഒരു ആരംഭം അല്ലെങ്കിൽ ഒരു പുതുവർഷത്തിന്റെ തുടക്കം അങ്ങനെയൊക്കെയാണ് അവർ കാണുന്നത്. It begins on the day of new moon that marks the first month of Tibetan calendar. Tibetan calendar ഒരു വർഷത്തിന് ആദ്യ ദിവസമാണ്, ആദ്യ മാസം ആദ്യ ദിവസമാണ്. ഈ തിബറ്റൻ കലണ്ടറാണ്, കൊണ്ടുപോയിട്ട് ഇംഗ്ലീഷ് കലണ്ടറിലേക്ക് ഇടരുത്, വേറെ വേറെയാണ്. ലോസർ ഇസ് സെലിബ്രേറ്റഡ് ഫോർ 15 days, 15 ദിവസത്തേക്കാണ് ഈ ഒരു ഫെസ്റ്റിവൽ വരുന്നത്. അതിന് ആദ്യ 3 ദിവസങ്ങളിലാണ് മെയിൻ സെലിബ്രേഷൻസ്. ഇനി എവിടെയൊക്കെ ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞു ലഡാക്കിലാണെന്ന് പറഞ്ഞു, അതുകൂടാതെ തിബറ്റിലുണ്ട്, ഭൂട്ടാനുണ്ട്, നേപ്പാളുണ്ട്, പിന്നെ ഇന്ത്യയിൽ ലഡാക്കിലും അതുപോലെ സിക്കിമിലും ഉണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ലഡാക്ക്, കിനോർ, സ്പിതി സിക്കിമിലാണ് പിന്നെ ഇത് ആചരിച്ചു വരുന്നത്. US ഡിക്ലെയർ ബാൾഡ് ഈഗിൾ ആസ് നാഷണൽ ബേർഡ് ആഫ്റ്റർ 250 years. 250 വർഷങ്ങൾക്ക് ശേഷം അവർ ഒഫീഷ്യലായിട്ട് എന്താണ് അമേരിക്ക അവരുടെ നാഷണൽ ബേർഡായിട്ട് ബാൾഡ് ഈഗിളിനെ പ്രഖ്യാപിച്ചു. ഓക്കെ. ദ ബാൾഡ് ഈഗിൾ, a low-standing symbol of strength and freedom, has been officially recognized as the national bird of the US after President Joe Biden signed a law. പ്രസിഡന്റ് ജോ ബൈഡൻ എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങൾക്കറിയാം കറണ്ട്ലി ആരാണ് പ്രസിഡന്റ് വരുന്നത്, ഡൊണാൾഡ് ട്രംപ് ആണല്ലേ. സോ ഡൊണാൾഡ് ട്രംപിന് മുൻപുണ്ടായിരുന്ന അമേരിക്കൻ പ്രസിഡന്റാണ് ജോ ബൈഡൻ. ആ സമയത്തെ കാര്യമാണ് പറയുന്നത്. പക്ഷേ ഈ ഫാക്ട് എന്താണ്, സ്റ്റാറ്റിക് ഫാക്ടിലേക്ക് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. ഇനി ഫർദർ അറിയിപ്പ് അല്ലെങ്കിൽ ഒരു മാറ്റം വരുന്നത് വരെ US ഈ പറഞ്ഞ നാഷണൽ ബേർഡ് എന്താണ്, ദേശീയ പക്ഷി എന്താണ്, ബാൾഡ് ഈഗിൾ. വെറും ഈഗിൾ അല്ല, ബാൾഡ് ഈഗിൾ ആണ് അല്ലേ. ഓക്കെ. സിൻസ് 1782 ദ ബാൾഡ് ഈഗിൾ ഹാസ് ബീൻ പാർട്ട് ഓഫ് കൺട്രീസ് നാഷണൽ എംബ്ലം ഫീച്ചർഡ് ഓൺ ദ ഗ്രേറ്റ് സീൽ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. US ബന്ധപ്പെട്ട ഒഫീഷ്യൽ സീൽസ് ഒക്കെ നിങ്ങൾ നോക്കിയാൽ മതി. ആ സീൽസിലൊക്കെ എന്താണ് ബാൾഡ് ഈഗിളുമായിട്ട് ബന്ധപ്പെട്ട സിമ്പിൾ അവരവിടെ പ്രതിപാദിക്കാറുണ്ട്. ആ ബാൾഡ് ഈഗിൾ അൺഒഫീഷ്യലി അവരുടെ നാഷണൽ ബേർഡായിട്ട് ഒരുപാട് കാലമായിട്ടുണ്ട്. പക്ഷെ അത് ഒഫീഷ്യലായിട്ട് ഇപ്പം റെക്കഗ്നൈസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. 2024 ഡിസംബർ 24 ക്രിസ്മസ് ഈവനാണ് നമ്മൾ പറയുന്ന സമയത്ത് കുറച്ച് മുന്നേയുള്ള കറണ്ട് അഫയറാണ്. ഇവൺ എന്തോ ഇത് സ്റ്റാറ്റിക് ഫാക്ടായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യം വരാം അല്ലെ. നാഷണൽ എംബ്ലം ആക്ട് ഓഫ് 1940 വിച്ച് പ്രൊഹിബിറ്റ്സ് ഹണ്ടിങ് ഓർ സെല്ലിംഗ് ബാൾഡ് ഈഗിൾ. 1940 അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് നാഷണൽ എംബ്ലം ആക്ട് വന്നിട്ടുണ്ട്. അതിൽ ഒരു കാരണവശാലും ഒരു വ്യക്തികളും എന്താണ് ബാൾഡ് ഈഗിളിന് അവരുടെ ദേശീയ പക്ഷിയായതുകൊണ്ട് ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ പീക്കോക്കിന് ഒരു രീതിയിലും എന്താണ് ഹണ്ട് ചെയ്യാനോ അല്ലെ കൊലപ്പെടുത്താനോ പാടില്ല. മറ്റൊരു മൃഗങ്ങളെയും ഹണ്ട് ചെയ്യാനോ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത് വരെ ഒരു മൃഗങ്ങളെയും കൊലപ്പെടുത്താനോ ഒരു രീതിയിലും പാടില്ല. ഇപ്പം നമുക്ക് ഗത്യന്തരം ഇല്ലാതെ ഇപ്പം നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ പുലി പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, കടുവ പിടിക്കാൻ വന്ന് എന്ത് ചെയ്യും, ദേശീയ മൃഗം എന്ന് പറഞ്ഞാൽ മിണ്ടാണ്ടിരിക്കണോ? വേണ്ട. അപ്പം നമുക്ക് റിയാക്ട് ചെയ്യാം. അല്ലാത്തിടത്തോളം കാലം അതിനെ എന്താണ് ചുമ്മാ അങ്ങോട്ട് പോയിട്ട് അതിനെ മടയിൽ കയറിയിട്ട് അറ്റാക്ക് ചെയ്യരുത്. ഓക്കെ. വൺസ് നിയർ എക്സ്റ്റിങ്ഷൻ ദ പോപ്പുലേഷൻ ഹാസ് സിഗ്നിഫിക്കൻറ്റ്ലി ഇൻക്രീസ്ഡ് സിൻസ് 2009. ഒരു കാലഘട്ടത്തിൽ ഇത് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു പക്ഷിയാണ്. ഇപ്പൊ എന്താണ് അത്യാവശ്യം നമ്പർ വർദ്ധിച്ചിട്ടുണ്ട്. സ്ലിനെക്സ് 2024 ഇന്ത്യ ശ്രീലങ്ക നേവൽ ഡ്രില്ലിൻ വിശാഖപട്ടണം. സ്ലിനെക്സ് സ്ഥിരം പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യമാണ്. സ്ലിനെക്സ് എന്ന് പറയുന്ന ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ആണെന്ന് ചോദിക്കാറുണ്ട് അല്ലേ. സ്ലിനെക്സ് എന്ന് പറയുന്നത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള
joint military exercise ആണ്. Okay. Selenex 2024 was a bilateral naval exercise between India and Sri Lanka that took place in Vishakhapatnam 2024. നമ്മളിത് പറയുന്നത് 2024 എഡിഷൻ ആണെങ്കിലും 2024 അവസാനമായിട്ട് നടന്ന കാര്യമാണ്. ആ ഒരു കാര്യം കൂടെ നമ്മൾ പറയുന്നുണ്ട്. സോ ഇന്ത്യ ശ്രീലങ്ക ജോയിന്റ് മിലിറ്ററി എക്സൈസ് ആണ് സെലനെക്സ് 2024 രണ്ട് ഫേസസിലായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് ഹാർബർ ഫേസും മറ്റൊന്ന് സീ ഫേസും. ഹാർബർ ഫേസ് എന്ന് പറയുമ്പോൾ കരയിൽ വെച്ചിട്ടും സീ ഫേസ് എന്ന് പറയുമ്പോൾ കടലിൽ വെച്ചിട്ടുമാണ്. INS Sumitra of the Eastern Fleet along with the special forces team participated from the Indian side, whereas Sri Lankan naval ship Sayura and offshore patrol vessel along with the special forces team participated from the Sri Lankan Navy. INS Sumitra India representative, SLNS സയൂര ശ്രീലങ്ക റെപ്രസെന്റേറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബൈലാറ്ററൽ എക്സൈസ് ജോയിന്റ് മിലിറ്ററി എക്സൈസ് 2005 ഓൺവേർഡ്സ് എന്താണ് കണ്ടക്ട് ചെയ്തിട്ട് വരുന്നുണ്ട്. ഫോമർ പ്രൈം മിനിസ്റ്റർ ഡോക്ടർ മൻമോഹൻ സിംഗ് പാസസ് അവേ. നമ്മുടെ ഇന്ത്യയിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട നഷ്ടമായിട്ട് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അല്ലേ. മുൻ പ്രധാനമന്ത്രിയായിരുന്നു, RBIയുടെ മുൻ ഗവർണറായിരുന്നു, മുൻ ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്നു, പ്ലാനിംഗ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട മുൻ അംഗമായിരുന്നു. അങ്ങനെ ഒരുപാട് മേഖലയിൽ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് ആര്? ഡോക്ടർ മൻമോഹൻ സിംഗ്. തീർച്ചയായിട്ടും മൻമോഹൻ സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ സമയത്ത് ഒരു 10 വർഷത്തോളം അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അദ്ദേഹത്തെ കുറിച്ച് അറിയാത്തവരാരും ഉണ്ടാവില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ മൻമോഹൻ സിംഗ് അടുത്തിടെ അന്തരിച്ചിട്ടുണ്ടായിരുന്നു. 2024 അദ്ദേഹം അന്തരിച്ചിട്ടുണ്ടായിരുന്നു. സോ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഡോക്ടർ മൻമോഹൻ സിംഗ്, ഫോമർ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആൻഡ് നോട്ട് എക്കണോമിസ്റ്റ്, പാസ്ഡ് അവേ അറ്റ് ദ ഏജ് ഓഫ് 92. തന്റെ 92ാമത്തെ വയസ്സിലാണ് അന്തരിച്ചത്. ഇദ്ദേഹത്തിന്റെ ജനനം നമ്മൾ നോക്കുകയാണെങ്കിൽ 1932 പഞ്ചാബിലെ ഘാ, ഇന്ന് പാകിസ്ഥാന്റെ ഭാഗമായുള്ള പ്രവിശ്യയാണത്. പഞ്ചാബിലെ ഘായിലായിരുന്നു ജനനം. 2004 തൊട്ട് 2014 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് 10 വർഷത്തോളം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അല്ലെ. ഇതുവരെയുള്ള ചരിത്രം നോക്കിയാൽ ഇന്ത്യയുടെ അവസാനത്തെ കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. 2014 ശേഷം ഇപ്പൊ 12 വർഷം കഴിഞ്ഞു. ഇപ്പോഴും എന്താണ്? BJP സർക്കാരാണ് അധികാരത്തിലുള്ള അല്ലെ. സെക്കൻഡ് പ്രൈം മിനിസ്റ്റർ ആഫ്റ്റർ ജവഹർലാൽ നെഹ്റു ടു കോൺസിക്യൂട്ടീവ് ടേം. ജവഹർലാൽ നെഹ്റു ആദ്യ കാലഘട്ടങ്ങളിൽ 3ഓളം കോൺസിക്യൂട്ടീവ് ടേംസിൽ അധികാരത്തിൽ വന്നിട്ടുണ്ട് അല്ലെ. പക്ഷേ അതിനുശേഷം ഒരാൾക്ക് പോലും, ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പോലും തുടർച്ചയായിട്ടും 2 തവണ അധികാരത്തിൽ വന്നിട്ടില്ല എന്നല്ല. അതിപ്പം ഇന്ദിരാഗാന്ധിയൊക്കെ ഡിഫറെന്റ് ടേംസിലായിട്ട് 2 തവണയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ 2 കോൺസിക്യൂട്ടീവ് ടേംസിൽ ഒരു 5 വർഷം കംപ്ലീറ്റ് ചെയ്ത് അടുത്ത 5 വർഷം കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനു മുൻപ് വേറെ ആർക്കും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയാകുന്നത് വരെ. അതിനുശേഷം ഇപ്പം നരേന്ദ്രമോദി 2 ടേം കഴിഞ്ഞു, 3ാമത്തെ ടേമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. His term as finance minister from 1991 to 96 under the Prime Minister PV Narasimha Rao is credited with initiating economic reform that modernized India's economy and facilitated its global integration. സോ 1991 തൊട്ട് 96 വരെ ഇന്ത്യയുടെ ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്നു. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി PV നരസിംഹറാവു ആയിരുന്നു. അന്ന് 1991 ന്യൂ എക്കണോമിക് പോളിസി, ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തുണ്ടായ ഏറ്റവും വലിയൊരു പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയിട്ടൊരു പോളിസി അല്ലെ നയം ആവിഷ്കരിച്ച ഒരു വ്യക്തിയായിട്ട് കൂടെ നമുക്ക് മൻമോഹൻ സിംഗിനെ പറയാം. ആ ഒരു 1991 ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസ് LPG മോഡൽ ലോഞ്ച് ചെയ്യുകയും ആ ഒരു LPG മോഡലിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ എക്കണോമി പ്രൈവറ്റിലേക്ക് തുറന്നു കൊടുക്കുകയും ചെയ്തു. ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന കാര്യം ഇന്ത്യയിലടക്കം നടപ്പിലാക്കുകയും ചെയ്തു. ഇന്ത്യയിൽ ഇന്ന് കാണുന്ന രീതിയിലുള്ള വളർച്ച, പ്രൈവറ്റിന്റെയും കാര്യങ്ങളൊക്കെ വളർച്ചയ്ക്ക് തുടക്കമിട്ടത് ആ പറഞ്ഞ 1991 ന്യൂ എക്കണോമിക് പോളിസി ആയിരുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും. ഇനി സ്റ്റാറ്റിക് ഫാക്ടുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് പേഴ്സൺ ഫ്രം എ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ടു ഓക്യുപ്പൈ ദ ഓഫീസ് ഓഫ് പ്രൈം മിനിസ്റ്റർ. നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്ന ആദ്യ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട വ്യക്തിയാണ് ആര്? മൻമോഹൻ സിംഗ്. ഹെൽഡ് ക്രിട്ടിക്കൽ ഗവൺമെന്റ് പൊസിഷൻസ് ഇൻക്ലൂഡിംഗ് ചീഫ് എക്കണോമിക് അഡ്വൈസർ. ഓരോന്നായിട്ട് എണ്ണി പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ. ചീഫ് എക്കണോമിക് അഡ്വൈസർ ആയിട്ടുണ്ട്, സെക്രട്ടറി ഓഫ് എക്കണോമിക് അഫയേഴ്സ് ആയിട്ടുണ്ട്, ഗവർണർ ഓഫ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്, ചെയർമാൻ ഓഫ് ദ UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, നോട്ട് ബുക്ക് അല്ല, ഇന്ത്യയുടെ കറൻസി നോട്ടിൽ ഒപ്പുവെച്ച ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയാണ് മൻമോഹൻ സിംഗ്. അതിനർത്ഥം എന്താണ്? ഇന്ത്യയിൽ ഒരു വ്യക്തി RBI ഗവർണറായതിനു ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ളൂ. അതാണ് RBI ഗവർണറിലെ സ്വാഭാവികമായിട്ട് ഇന്ത്യൻ നോട്ടിൽ, കറൻസി നോട്ടിൽ ഒപ്പുവെക്കുന്നത്. സോ അത്തരത്തിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഇന്ത്യൻ കറൻസി നോട്ടിൽ ഒപ്പുവെച്ച ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ഇദ്ദേഹമാണ്. ഇതുവരെ വേറെ ഒരു പ്രധാനമന്ത്രി വന്നിട്ടില്ല ഞാൻ ഈ പറയുന്നത് വരെ. ഓക്കെ. മൻമോഹൻ സിംഗ് വാസ് elected to the രാജ്യസഭ ഫ്രം അസം for 5 consecutive terms, 1991, 1995, 2001, 2007, 2013. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇദ്ദേഹം
ലോക്സഭയുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഇദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പും കാര്യങ്ങളും വരുന്നില്ല അല്ലേ. സോ രാജ്യസഭയിൽ നിന്നും എന്താണ് പ്രധാനമന്ത്രിയായിട്ട് ഉയർന്നു വന്ന വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. ഈ സെർവ്ഡ് ആസ് എ ലീഡർ ഓഫ് ദ ഓപ്പോസിഷൻ ഇൻ ദ രാജ്യസഭ ഫ്രം 1998 to 2004 ഡ്യൂറിംഗ് ദ ഭാരതീയ ജനതാ പാർട്ടീസ് ടെന്യൂർ ഇൻ പവർ. സോ 1998 2004 ആ ഒരു കാലഘട്ടങ്ങൾ അദ്ദേഹം എന്താണ് രാജ്യസഭയിൽ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ആയിരുന്നു. ഇദ്ദേഹം മെയിനായിട്ട് രാജ്യസഭയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പും കാര്യങ്ങളും വരുന്നത്. He was the fourth longest serving prime minister after Jawaharlal Nehru, Indira Gandhi and Narendra Modi. So ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, നരേന്ദ്രമോദി കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ഇപ്പം ഇന്ദിരാഗാന്ധിക്ക് മുന്നേ നരേന്ദ്രമോദി എത്തിയിട്ടുണ്ട്. ഓക്കെ, സോ അത് മാറിയിട്ടുണ്ട്. ഇതിപ്പം നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. ഫോർത്ത് ലോങ്സ്റ്റ് സർവിംഗ് പ്രൈം മിനിസ്റ്റർ ആണ് ഇദ്ദേഹം. 1987 നമ്മുടെ രാജ്യം പത്മ വിഭൂഷൺ നൽകിയിട്ടും 1995 ജവഹർലാൽ നെഹ്റു ബർത്ത് സെന്റിനറി അവാർഡ് നൽകിയിട്ടൊക്കെ ആദരിച്ചിട്ടുണ്ട്. 1956 ആദം സ്മിത്ത് പ്രൈസും 1995 എന്താണ് റൈറ്റ്സ് പ്രൈസ് ഒക്കെ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് കാംബ്രിഡ്ജ് ആണ് ഈ ഒരു അവാർഡ് നൽകിയത്. സിക്കിംസ് കഗ്യേത് ഡാൻസ് ഫെസ്റ്റിവൽ. ഓരോരോ സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് യൂണിയൻ ടെറിട്ടറീസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇതുപോലുള്ള ഫെസ്റ്റിവൽസ് ചർച്ച ചെയ്യാറുണ്ട് അല്ലേ. സോ കഗ്യേത് ഡാൻസ് ഫെസ്റ്റിവൽ ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സിക്കിമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. ദ കഗ്യേത് ഡാൻസ് ഫെസ്റ്റിവൽ ഈസ് എ ബുദ്ധിസ്റ്റ് ഫെസ്റ്റിവൽ ഇൻ സിക്കിം ദാറ്റ് ടേക്ക് പ്ലേസ് ഡിസംബർ മാസത്തിൽ നടന്ന് എന്താണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഫെസ്റ്റിവലാണ് കഗ്യേത് ഡാൻസ് ഫെസ്റ്റിവൽ. ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സിക്കിം. ഇറ്റ് ഈസ് എ സെലിബ്രേഷൻ ഓഫ് ഫെയ്ത്ത് ആൻഡ് ട്രഡീഷൻ ദാറ്റ് ഇൻവോൾവ്സ് മാസ്ക്ഡ് മോങ്സ് ആൻഡ് ലാമാസ് പെർഫോമിംഗ് ഡാൻസസ് ആൻഡ് സിംഗിങ് സോങ്സ്. ലാമാസും അതുപോലെ മുഖംമൂടി ധരിച്ച മോങ്സ് ഒക്കെ എന്താണ് ഈ ഒരു ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് നൃത്തം ചെയ്യുന്നുണ്ട്. The festival is celebrated on 28th and 29th day of 10th month of Tibetan calendar. പരീക്ഷയ്ക്ക് SSCGL മുൻപ് കുറച്ച് അധികം മുന്നേ ചോദിച്ച ചോദ്യമാണ്. പക്ഷെ ഈ ഒരു ഫെസ്റ്റിവൽസുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാമല്ലോ. സോ അവിടെ ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ കഗ്യേത് ഡാൻസ് ഫെസ്റ്റിവൽ ഉണ്ടല്ലോ, കഗ്യേത് ഡാൻസ് ഫെസ്റ്റിവൽ താഴെ പറഞ്ഞ ഏത് ഡേറ്റിലാണ് അവർ കണ്ടക്ട് ചെയ്തത്? ഏത് ഡേറ്റ് ആണ്? തിബറ്റൻ കലണ്ടറിൽ 10th മന്തിലാണ്. 10th മന്തിൽ 28th 29th ഡേയിലായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ടെന്ന് കാണിച്ചു തരാനാണ് ഞാൻ ഈ ഒരു PYQ ഇവിടെ കൊണ്ടുപോയിട്ടത്. The celebrations begin 2 days before the start of Lusang, the Sikkim's New Year. സിക്കിമിന്റെ ന്യൂ ഇയറിനെയാണ് നമ്മൾ ലുസോങ്, അത് വേറെ ഫെസ്റ്റിവൽ ആണ്. സോ അതിന് 2 ദിവസം മുന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ കഗ്യേത് ഡാൻസ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. മാഗ്നസ് കാൾസൺ നെപ്പോംനിയാച്ചി ഷേസ് ബ്ലിറ്റ്സ് ടൈറ്റിൽ 2024 ഇയർ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു ബ്ലിറ്റ്സ് ടൈറ്റിൽ ഉണ്ടല്ലോ. ബ്ലിറ്റ്സ് ടൈറ്റിൽ എന്ന് പറയുമ്പോൾ ചെസ്സുമായിട്ട് ബന്ധപ്പെട്ട ടൈറ്റിലാണ്. ഇത് മാഗ്നസ് കാൾസനും അതുപോലെ തന്നെ നിപ്പോംനിയാച്ചിയും എന്താണ് ഷെയർ ചെയ്തു അല്ലെ. റഷ്യയുടെ ഇയാൻ നിപ്പോംനിയാച്ചിയും നോർവേയുടെ മാഗ്നസ് കാൾസൺ ഇവിടെ ഷെയർ ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ബ്ലിറ്റ്സ് ചെസ് ടൈറ്റിൽ 2 പേര് ഷെയർ ചെയ്യുന്നത്. ഇത് നിങ്ങൾ ന്യൂസിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഞാൻ കറണ്ട് അഫെയറിൽ നിങ്ങളോട് പറഞ്ഞ കാര്യമാണ്. ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, ഒന്ന് റിവൈസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇവർ മത്സരിച്ചു. ആദ്യ ഘട്ടത്തിൽ എന്താണ് ടൈ ബ്രേക്ക് വന്നു. പിന്നെ രണ്ടാമത്തെ ഘട്ടത്തിലും അവരെന്താണ് ടൈ ബ്രേക്കും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു മത്സരവുമായിട്ട് ബന്ധപ്പെട്ട് 2 പേരും പറഞ്ഞു 2 സെറ്റ് ആയല്ലോ, ടൈ ബ്രേക്ക് ആണല്ലോ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന രീതിയിൽ ഷെയർ ചെയ്യാം എന്ന രീതിയിൽ മാഗ്നസും നെപ്പോംനിയാച്ചും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഒരു ധാരണ എന്ന രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. മീൻസ് അവർ ഒത്തുകളിച്ചു എന്നൊന്നുമല്ല, കാരണം 2-3 സെറ്റ് ആയല്ലോ. പക്ഷേ ഫിഡെ പറഞ്ഞു ആ ഒരു പരിപാടി പറ്റത്തില്ല, നിങ്ങൾ മത്സരിക്കണം എന്ന് പറഞ്ഞു. പിന്നെയും മത്സരിച്ചു. സമയം കളയുന്നല്ലാതെ 2 പേരും ടൈയിൽ മാത്രമാണ് കലാശിച്ചിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ അവസാനം ഫിഡെ പറഞ്ഞു എന്നാ പിന്നെ ആയിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ജോയിന്റ് വിന്നേഴ്സ് ആവാം എന്ന് പറഞ്ഞു. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ബ്ലിറ്റ്സ് ടൈറ്റിൽ 2 പേർ ഷെയർ ചെയ്യുകയാണ്. The 2024 World Blitz Championship in Wall Street, New York, Norway's Magnus Carlsen and Russia's Ian Nepomniachtchi shared the title after the final ended in a tie. The first twin winners of the competition. ഞാൻ പറഞ്ഞതുപോലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ബ്ലിറ്റ്സ് ചെസ് ടൈറ്റിൽ 2 പേർ ഷെയർ ചെയ്യുന്നത്. The decision came after 3 sudden death games failed to produce a winner. 3 ഗെയിംസ് കളിച്ചു, 3-ലും ടൈയുമായിട്ട് മുന്നോട്ടേക്ക് ഒരു വിന്നറെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല. At this point, Carlson suggested they share the title, which Nepomniachtchi agreed to. Carlson പറഞ്ഞു നമുക്ക് ഷെയർ ചെയ്യാം നെപ്പോംനിയാച്ചി എന്ന് പറഞ്ഞു. പക്ഷെ എന്താണ് ഫിഡ് സമ്മതിച്ചില്ല. പക്ഷെ പിന്നെ അവസാനം എന്താണ് ഫിഡയ്ക്ക് മനസ്സിലായി ഇത് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, അങ്ങനെ അവന് സമ്മതിച്ചു. ജിമ്മി കാർട്ടർ, ഫോമർ US പ്രസിഡന്റ് ആൻഡ് നൊബേൽ ല്യൂറേറ്റ്, പാസസ് അവേ. വളരെ ഫേമസ് ആയുള്ള വ്യക്തിയാണ് ജിമ്മി കാർട്ടർ അല്ലെ. ജിമ്മി കാർട്ടർ 39th പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡൈഡ് അറ്റ് ദ ഏജ് ഓഫ് 100. 100ാമത്തെ വയസ്സിൽ ഇദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ജെയിംസ് Earl Carter Jr. was the American politician and humanitarian who was served as the 39th president of US from 1977 to 1981. 1977 തൊട്ട്
1981 വരെ അമേരിക്കയുടെ 39ാമത്തെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് ജിമ്മി കാർട്ടർ. ഹി ബിക്കേം ദ ഓൾഡസ്റ്റ് ലിവിംഗ് യു എസ് പ്രസിഡന്റ് ഇൻ ഹിസ്റ്ററി. അമേരിക്കയുടെ ചരിത്രത്തിൽ ഓൾഡസ്റ്റ് ലിവിംഗ് പ്രസിഡന്റ് ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിലാണ്. തന്റെ 94ാമത്തെ വയസ്സിൽ 2018 എന്താണ് അദ്ദേഹം ജോർജ് ബുഷ് മരണപ്പെട്ടതിന് ശേഷം അധികാരത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ജോർജ് ബുഷ് മരണപ്പെട്ടതിന് ശേഷം ഓൾഡസ്റ്റ് ലിവിംഗ് പ്രസിഡന്റ് ആയിട്ട് ഇദ്ദേഹമായിരുന്നു ഉണ്ടായിരുന്നത്. ഹി ബിക്കേം ദ ഓൾഡസ്റ്റ് ലിവിംഗ് യു എസ് പ്രസിഡന്റ് ഇൻ ഹിസ്റ്ററി ആഫ്റ്റർ ജോർജ് H.W. ബുഷ് ഡൈഡ് ഇൻ 2018 അറ്റ് ദ ഏജ് ഓഫ് 94. ഇനി നമ്മൾ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട നൊബേൽ പ്രൈസ് പറഞ്ഞു അല്ലേ. സോ നൊബേൽ പ്രൈസിന്റെ കാര്യം കൂടെ നോക്കാം. ഹി ഫേസ്ഡ് ചലഞ്ചസ് ഡ്യൂറിംഗ് ഹിസ് പ്രസിഡൻസി ഇൻക്ലൂഡിംഗ് എ സ്ട്രഗ്ലിംഗ് എക്കണോമി ആൻഡ് ദ ഇറാൻ ഹോസ്റ്റേജ് ക്രൈസിസ്. ആ ഒരു സമയത്താണ് സാമ്പത്തികപരമായുള്ള പ്രശ്നങ്ങളും ഇറാൻ ഹോസ്റ്റേജ് ക്രൈസിസ് ഒക്കെ ഉണ്ടായിരുന്നു. Despite these obstacles, he is remembered for the dedication to peace and humanitarian efforts. തീർച്ചയായിട്ടും മനുഷ്യത്വപരമായുള്ള പ്രവർത്തനങ്ങളും സമാധാനം നിലനിർത്താനുള്ള കാര്യമൊക്കെ ഇദ്ദേഹം ചെയ്തു. ആഫ്റ്റർ ലീവിംഗ് ഓഫീസ്, കാർട്ടർ continued to promote peace and humanitarian cause. He founded Carter Center, which monitor election and advocates for human rights globally. So കാർട്ടർ സെന്റർ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഹിസ് അവാർഡ്സ് ഏൺഡ് നൊബേൽ പീസ് പ്രൈസ് 2002 ഫോർ ഹിസ് ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ് ടു പീസ് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ വർക്ക്. സോ 2002 ഇദ്ദേഹത്തിന് എന്താണ് നൊബേൽ കമ്മിറ്റി നൊബേൽ പീസ് പ്രൈസ് നൽകി ആദരിച്ചിട്ടുണ്ടായിരുന്നു. ISRO ലോഞ്ചസ് ഹിസ്റ്റോറിക് സ്പേസ് ഡെക്സ് മിഷൻ ഫോർ സ്പേസ് ഡോക്കിംഗ്. ഇത് പരീക്ഷയ്ക്ക് പല ആവർത്തി വന്ന ചോദ്യമാണ്. സ്പേസ് ഡോക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്താ സ്പേസ് ഡോക്കിംഗ് എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഓടിച്ചു പറഞ്ഞുതരാം. സാധാരണയായിട്ട് നമ്മൾ എന്താണ് സാറ്റലൈറ്റ്സും കാര്യങ്ങളും ഇവിടുന്ന് ലോഞ്ച് ചെയ്തിട്ട് റോക്കറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് സ്പേസിലേക്ക് എത്തിക്കാറുണ്ടായിരുന്നു അല്ലേ. പക്ഷേ ഈ ഒരു സാറ്റലൈറ്റ്സിന്റെ അതിന്റെ വെയിറ്റ് നമുക്ക് എപ്പോഴും എന്താണ് ഒരു കൺസ്ട്രെയിൻ അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷൻ ആണ്. ഇത്ര കൂടുതൽ വെയിറ്റ് ആകുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും എന്താണ് എക്സ്പെൻസും കാര്യങ്ങളും വരാറുണ്ട്. അല്ലെങ്കിൽ ഇത്രയും കൂടുതൽ വെയിറ്റ് ഉള്ള ആ ഒരു സാറ്റലൈറ്റിന് നമുക്ക് ലോഞ്ച് ചെയ്യാൻ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. സോ അങ്ങനെ ആ ഒരു ലിമിറ്റേഷൻസ് ഒക്കെ മറികടക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ രണ്ട് ഡിഫറെന്റ് സാറ്റലൈറ്റ്സ് ഒരേ പർപ്പസിന് വേണ്ടി രണ്ട് ഡിഫറെന്റ് സാറ്റലൈറ്റ്സ് എന്താണ് ലോഞ്ച് ചെയ്യുകയാണ്. എന്നിട്ട് ഈ ലോഞ്ച് ചെയ്ത സാധനം എന്താണ് സ്പേസിൽ വെച്ചിട്ട് വലിയൊരു ഒരൊറ്റ സാറ്റലൈറ്റ് ആയിട്ട് മെർജ് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടുന്ന് സിംഗിൾ സാറ്റലൈറ്റ് ആയിട്ട് ലോഞ്ച് ചെയ്യുന്നു. സ്പേസിൽ വെച്ചിട്ട് എന്താണ് അതുപോലെ തന്നെ അത് മെർജ് ചെയ്യണം. ഒന്ന് ചേസർ എന്നും മറ്റൊന്നും ടാർഗറ്റ് എന്ന പേരിലും രണ്ട് കാര്യങ്ങൾ വരികയാണ്. ഒരു സിംഗിൾ സാറ്റലൈറ്റ് ആണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. പക്ഷെ ഒന്നിച്ച് അത്രയും വലിയ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ അതിനെ രണ്ട് ഭാഗങ്ങളായിട്ട് ലോഞ്ച് ചെയ്യുന്നു. സ്പേസിൽ വെച്ചിട്ട് രണ്ടും ഡോക്ക് ചെയ്യുന്നു. വേണ്ട പർപ്പസ് മീറ്റ് ചെയ്യുന്നു. ഇത്രയുള്ള പരിപാടി. ഓക്കെ, on December 30, 2024, the Indian Space Research Organization ISRO launched Space Docking Experiment SpaceX എന്ന് പറയും. Okay, SpaceX mission. The mission's goal was to demonstrate India's ability to dock spacecraft in space. അതായത് സ്പേസിൽ നമുക്കും ഡോക്ക് ചെയ്യാൻ അറിയാം, നമുക്കും ഇത് ജോയിൻ ചെയ്യാൻ അറിയാം എന്നതാണ് ഇന്ത്യ പ്രൂവ് ചെയ്തത്. On January 16, 2025, the mission was successful, making India fourth country to achieve this feat. ആദ്യമായിട്ടല്ല ഒരു രാജ്യം എന്താണ് സ്പേസ് ഡോക്കിംഗ് ചെയ്യുന്നത് അല്ലെ. ഇതിനു മുൻപ് അമേരിക്ക, റഷ്യ, ചൈന പോലുള്ള രാജ്യങ്ങളോട് വിജയകരമായിട്ട് സ്പേസ് ഡോക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ പറയുന്ന സ്പേസ് ഡോക്കിംഗ് ചെയ്യുന്ന 4ാമത്തെ രാജ്യമായിട്ടാണ് നമ്മുടെ ഇന്ത്യ മാറിയത്. ദ US, റഷ്യ ആൻഡ് ചൈന ആർ other 3 countries to perform space docking. The 2 satellites are equipped with ഭാരതീയ ഡോക്കിംഗ് സിസ്റ്റം. ഈ രണ്ട് സാറ്റലൈറ്റും അതായത് ചേസും ടാർഗറ്റും എന്താണ് ഭാരതീയ ഡോക്കിംഗ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ജോയിൻ ചെയ്യും. 2 വർഷമാണ് ഈ ഒരു മിഷന്റെ ഡ്യൂറേഷൻ വരുന്നത്. ഓർബിറ്റൽ സ്പേസ് ഡോക്കിംഗ് ഇസ് ജോയിനിങ് 2 സ്പേസ് വെഹിക്കിൾസ് ടുഗദർ ഇൻ സ്പേസ്. അതായത് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് പോയ ആ ഒരു സാറ്റലൈറ്റ്സും കാര്യങ്ങളും അവിടെ വെച്ചിട്ട് ജോയിൻ ചെയ്യാണ്. ദ ഡോക്കിംഗ് പ്രോസസ് ക്യാൻ ബി ടെമ്പററി ഓർ സെമി പെർമനന്റ്. ഒന്നുകിൽ താൽക്കാലികമായിട്ടായിരിക്കും ഈ ഒരു ജോയിനിങ് വരുന്നത്, പിന്നീട് എന്താണ് അത് സെപ്പറേറ്റ് ആവും, അല്ലെങ്കിൽ എന്താണ് സെമി പെർമനന്റ് ആവും. സ്പേസ് ഡോക്കിംഗ് ജോയിനിങ് ഓഫ് 2 ഫാസ്റ്റ് മൂവിംഗ് സാറ്റലൈറ്റ് ഇൻ സ്പേസ് വാസ് പെർഫോംഡ് ബൈ യൂസിങ് 2 സ്മോൾ സ്പേസ് ക്രാഫ്റ്റ്. അതിനെ നമ്മൾ SDX-01 ചേസർ എന്നും SDX-02 ടാർഗറ്റ് എന്നും പറഞ്ഞു. ഓഫ് ദ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് മിഷൻ SpaceX ആൻഡ് 24 PS ഫോർ ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മോഡ്യൂൾ POEM-4 എന്ന് പറയും. പോയെന്ന് കണ്ടിട്ട് കവിത എന്ന് വിചാരിക്കുന്നത്. PS4 ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മോഡ്യൂൾ എന്നാണ്. പേലോഡ്സ് വെർ launched by ISRO via PSLV C-60 from Satish Dhawan Space Center in Sriharikota. The satellites were maneuvered to dock with each other with an approach velocity of about 10 millimeter per second. The satellites were then integrated and controlled as a single object. പിന്നെ എന്താണ് ഒരൊറ്റ ഞാൻ പറഞ്ഞതുപോലെ സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ട് ഇത് മാറും. The first docking was achieved in 1966 when Gemini 8 under the command of American astronaut Neil Armstrong docked with ചൈന ടാർഗറ്റ് വെഹിക്കിൾ. 1966 ജെമിനി 8 ആയിരുന്നു. അമേരിക്കയാണ് ആദ്യമായിട്ട് ഈ ഒരു പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നത്. കേരള വിൻസ് സീനിയർ നാഷണൽ മെൻസ് ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ്. എന്താണ് സീനിയർ
നാഷണൽ മെൻസ് ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ്. നമ്മൾ ഫുട്ബോൾ, വോളിബോൾ, ഹോക്കി അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇത് ഹാൻഡ്ബോൾ ആണ്. അതിലെന്താണ് നമ്മുടെ കേരളം, നമ്മുടെ സ്വന്തം കേരളം ചണ്ഡീഗഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് വിജയം സ്വന്തമാക്കിയത്. Kerala defeated Chandigarh 34-31 to clinch the maiden senior national men's handball championship title. The final of the tournament was held at ചങ്ങനാശ്ശേരി ഇൻ കേരളം. ഫൈനൽ എവിടെ വെച്ച് നടന്നു എന്ന് ചോദിക്കാൻ സാധ്യത കുറവാണ്. ഡയറക്ട്ലി എന്താണ് ഇതുപോലുള്ള കാര്യങ്ങൾ ചോദിക്കും. ഹാൻഡ്ബോൾ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആണ് ഇതിന്റെ ഗവേണിംഗ് ബോഡി. ഹാൻഡ്ബോൾ ഇന്ത്യയിലെ ഗവേണിംഗ് ബോഡി ഏതാണ്? ഹാൻഡ്ബോൾ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആണ്. ഹരിയാന സ്റ്റീലേഴ്സ് ക്ലിഞ്ച് മെയ്ഡൻ PKL ടൈറ്റിൽ. എന്താണ് കാര്യം? പ്രോ കബഡി ലീഗ് ടൈറ്റിൽ അല്ലേ? അത് സ്വന്തമാക്കിയത് ആരാണ്? സീസൺ കഴിഞ്ഞ സീസണിൽ സ്വന്തമാക്കിയത് ഹരിയാന സ്റ്റീലേഴ്സ് ആണ്. പ്രോ കബഡി ലീഗ് ഒക്കെ ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗും ഇന്ത്യൻ സൂപ്പർ ലീഗും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ വാച്ച് ചെയ്യുന്ന ഒരു ഡൊമസ്റ്റിക് സ്പോർട്സ് ടൂർണമെന്റ് കൂടിയാണ് പ്രോ കബഡി ലീഗ്. ഹരിയാന സ്റ്റീലേഴ്സ് എച്ച്ഡ് ദർ നെയിം ഇൻ പ്രോ കബഡി ലീഗ് PKL എന്ന് പറയും. ഹിസ്റ്ററി ബൈ ക്ലിഞ്ചിങ് ദർ മെയ്ഡൻ ടൈറ്റിൽ വിത്ത് 30-33 വിക്ടറി ഓവർ പാട്ന പൈറേറ്റ്സ്. ആരെയാണ് പരാജയപ്പെടുത്തുക? പാട്ന പൈറേറ്റ്സിനെയാണ് അല്ലേ? സീസൺ 11th സീസൺ ആയിരുന്നു നടന്നു. പ്രോ കബഡി ലീഗ് ഓൾസോ നോൺ ആസ് PKL is ഇന്ത്യൻ പ്രൊഫഷണൽ കബഡി ലീഗ് ഫോർ മെൻ. നമ്മളിപ്പം ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട IPL, ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട ISL, അതുപോലെ തന്നെ കബഡിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രോ കബഡി ലീഗ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ കബഡി ലീഗ് ഇൻ ദ വേൾഡ് ആൻഡ് ദ തേർഡ് മോസ്റ്റ് വാച്ച്ഡ് സ്പോർട്സ് ലീഗ് ഇൻ ഇന്ത്യ ആഫ്റ്റർ ദ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ആൻഡ് ഇന്ത്യൻ സൂപ്പർ ലീഗ്. 2023-24 ചാമ്പ്യൻസ് പുനേരി പട്ടനായിരുന്നു. അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതില് ദ ഫൈനൽ എവിടെ വെച്ച് നടന്നു എന്ന് ചോദിച്ചാൽ പൂനെയാണ്. മോസ്റ്റ് റൈഡ് പോയിന്റ് പ്രദീപ് നർവാളിനാണ്. മോസ്റ്റ് ടാക്കിൾ പോയിന്റ് ഫസൽ അട്രാചലിയാണ്. ഫസ്റ്റ് ടൂർണമെന്റ് 2014 നടക്കുന്നു. മോസ്റ്റ് സക്സസ്ഫുൾ ടീം പാട്ന പൈറേറ്റ്സ്. 3 ടൈറ്റിൽസ് അവർക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, ഇന്ത്യ നേപ്പാൾ സൂര്യകിരൺ മിലിറ്ററി എക്സൈസ് ബിഗിൻ. ഇന്ത്യ നേപ്പാൾ സംയുക്തമായിട്ട് നടന്ന ജോയിന്റ് മിലിറ്ററി എക്സൈസ് ആണ് സൂര്യകിരൺ. ഇത് പല പരീക്ഷകൾക്കും ആവർത്തിച്ച് വന്ന ചോദ്യമായിരുന്നു. സോ നമുക്ക് ഇതിന്റെ 18th എഡിഷൻ, 18ാമത്തെ എഡിഷനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ബാക്കി ലേറ്റസ്റ്റ് വരുന്ന എഡിഷനൊക്കെ നമ്മൾ അതത് കറണ്ട് അഫയർ ചർച്ച ചെയ്തു പോകും. നമ്മൾ കുറച്ച് മുന്നേയുള്ള കറണ്ട് അഫയർ ആണല്ലോ. ഓക്കെ, നമ്മളൊന്ന് റിവൈസ് ചെയ്തു പോകുന്നു. ഒരു 2025 വർഷം റിവൈസ് ചെയ്തു പോകുന്നു. ആ ഒരു രീതിയിൽ ചിന്തിച്ചാൽ മതി. 18th എഡിഷൻ ഓഫ് ഇന്ത്യ നേപ്പാൾ ജോയിന്റ് മിലിറ്ററി എക്സൈസ് സൂര്യകിരൺ ബിഗാൻ December 31, 2024 ഇൻ സാൽജിഹാന്തി, നേപ്പാളിലെ സാൽജിഹാന്തിയിൽ വെച്ചിട്ടാണ് നടന്നത്. ദ എക്സൈസ് വിൽ കണ്ടിന്യൂ അണ്ടിൽ January 13, 2025. 2025 ജനുവരി 13 വരെ എക്സൈസ് നടന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇന്ത്യൻ ആർമിയെ റെപ്രസെന്റ് ചെയ്ത് പങ്കെടുത്ത കോൺടിൻജന്റ് ആണ് 11th ഗോർഖ റൈഫിൾസ്. ഇനി എന്താണ്? നേപ്പാൾ ആർമിയെ റെപ്രസെന്റ് ചെയ്ത് പങ്കെടുത്ത കോൺടിൻജന്റ് ആണ് ശ്രീജുംഗ ബറ്റാലിയൻ. ദ എക്സൈസ് ഇസ് ഹോസ്റ്റഡ് ഓൾട്ടർനേറ്റ്ലി ബൈ ഇന്ത്യ ആൻഡ് നേപ്പാൾ. ഇന്ത്യയിലും നേപ്പാളിലും എന്താണ് ഓൾട്ടർനേറ്റ്ലി നടക്കുന്ന എക്സൈസ് ആണ്. 17th എഡിഷൻ ഓഫ് ജോയിന്റ് മിലിറ്ററി എക്സൈസ് സൂര്യകിരൺ ഹെൽഡ് ഇൻ പിത്തോറഗാർ, ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലെ പിത്തോർഗാറിലാണ് 17th എഡിഷനും കാര്യങ്ങളും നടന്നത്. റെനോൺഡ് ബോട്ടണിസ്റ്റ് KS മണിലാൽ പാസസ് അവേ. മലയാളിയാണ്, കേരളക്കാരനാണ്, പക്ഷേ ഇദ്ദേഹത്തിന്റെ പേര് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സോ പത്മശ്രീ അവാർഡൊക്കെ സ്വന്തമാക്കിയ വ്യക്തിയാണ് KS മണിലാൽ. അദ്ദേഹം റീസെന്റ് ആയിട്ട് അന്തരിച്ചു. കാട്ടുങ്കൽ സുബ്രഹ്മണ്യൻ മണിലാൽ എന്നാണ് പേര്. 2025 ജനുവരി 1 ഇദ്ദേഹം അന്തരിച്ചത്. വളരെ ഫേമസ് ആയിട്ടുള്ള ബോട്ടണിസ്റ്റ് ആണ്. ഇൻ റെക്കഗ്നിഷൻ ഓഫ് ഹിസ് കോൺട്രിബ്യൂഷൻ ടു സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, മണിലാൽ വാസ് ഹോണേർഡ് വിത്ത് പത്മശ്രീ ഇൻ 2020. 2020 നമ്മുടെ രാജ്യം ഇദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചത്. സോ ഇദ്ദേഹം ചെയ്ത പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഹോർത്തൂസ് മലബാറിക്കസ് ഉണ്ടല്ലോ, അത് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തു. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മുടെ കേരളമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഫ്ലോറ ആൻഡ് ഫോണ, ഒരു സസ്യജാലങ്ങൾ അല്ലെങ്കിൽ മെഡിസിനൽ വാല്യൂ ഉള്ള പ്ലാന്റ്സിലെ അതിനെക്കുറിച്ചുള്ള ഒരു ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഹി വാസ് റെനോൺഡ് ഫോർ ട്രാൻസ്ലേറ്റിംഗ് 17th century ലാറ്റിൻ ബൊട്ടാണിക്കൽ ട്രീറ്റൈസ് ഹോർത്തൂസ് മലബാറിക്കസ് ഇൻ English and Malayalam, significantly contributing to the documentation of India's rich botanical heritage. Manilal's efforts ultimately resulted in English edition of Hortus Malabaricus for the first time 325 years after its original publication from Amsterdam. ഒറിജിനലി ഇത് പബ്ലിഷ് ചെയ്യുന്നത് ആംസ്റ്റർഡാമിലായിരുന്നു. അതിന് 325 വർഷങ്ങൾക്ക് ശേഷമാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പേരിൽ എന്താണ് ഇത് ഇംഗ്ലീഷിലും മലയാളത്തിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഹോർത്തൂസ് മലബാറിക്കസ് ഈസ് എ 17th century Latin botanical treatise documenting the varieties and medicinal properties of a flower of Malabar coast. ഇന്ത്യസ് ഫസ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജ് ഓവർ ദ സീ. ഗ്ലാസ് ബ്രിഡ്ജ് നമ്മൾ കേൾക്കാറുണ്ട്. ഒരുപാട് ഗ്ലാസ് ബ്രിഡ്ജ് ഇന്ത്യയുടെ കേരളത്തിന്റെ ഒക്കെ പല ഭാഗങ്ങളിലൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഒരു കടലിന് കുറുകെയായിട്ട് എന്താണ് ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കാം, കടലിൽ ഉപ്പ് വെള്ളമില്ലേ, ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബ്രിഡ്ജൊക്കെ തുരുമ്പിക്കില്ലേ, പൊട്ടിപ്പോവില്ലേ. സോ അങ്ങനെ അതിന് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ടെക്നോളജി കൊണ്ടാണ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളും വന്നത്. ഓക്കെ,
So India's first glass bridge, the Kanyakumari Sea Glass Bridge, opened December 30, 2024 in തമിഴ്നാടുവിലാണ് ഇത് ഓപ്പൺ ആയത്. 77 മീറ്റർ, ചെറുതാണ്, വളരെ വലുതൊന്നുമല്ല. ഈ ഒരു രണ്ട് പാറകളെ തമ്മിൽ ബന്ധിപ്പിക്കുകയാണ്. ഒന്ന് വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിനും അതുപോലെ തിരുവള്ളുവർ സ്റ്റാച്യുവിനെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഇത് വരുന്നത്. 77 മീറ്റർ ലോങ്, 10 meter wide glass bridge connecting the Vivekananda Rock Memorial and the 133 feet high Thiruvalluvar statue of the coast of കന്യാകുമാരി. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു. ഇന്ന് മുഖ്യമന്ത്രി ആരാണെന്ന് അറിയാലോ. ആരാണ്? ഇളയ ദളപതിയാണ്, വിജയാണ് അല്ലേ. MK സ്റ്റാലിനാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യൻ ഓഷ്യൻ മുകളിലായിട്ടാണത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ബൗസ്ട്രിംഗ് ആർച്ച് ഗ്ലാസ് ബ്രിഡ്ജ് ആണിത്. മെയിനായിട്ട് സലീൻ ബ്രീസിനൊക്കെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വന്നത്. ഇന്ത്യ റിവൈസസ് GDP ബേസ് ഇയർ ടു 2022-23. നമ്മൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അഥവാ GDP കാണുന്ന സമയത്ത് പലപ്പോഴും ഒരു ബേസ് ഇയർ എന്ന് പറയുന്ന കൺസെപ്റ്റ് കേൾക്കാറുണ്ട്. നമുക്ക് GDP രണ്ട് രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്ന് കറണ്ട് പ്രൈസ് GDP യും, ഒന്ന് കോൺസ്റ്റന്റ് പ്രൈസ് GDP യും അല്ലേ. കറണ്ട് പ്രൈസ് GDP എന്ന് പറയുന്ന സമയത്ത് നമ്മളിപ്പം കറണ്ട് ഇയറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വ്യത്യാസങ്ങൾ, ഫോർ എക്സാമ്പിൾ ഞാൻ സ്ഥിരം പറയുന്ന എക്സാമ്പിളാണ് മുട്ട. മുട്ടയ്ക്ക് ഇന്ന് 7 രൂപ, നാളെ 8 രൂപ, മറ്റന്നാൾ 6 രൂപ, അതിനെ പിറ്റേന്ന് 5 രൂപ, പിന്നെ 7 രൂപ, 8 രൂപ, അങ്ങനെ മാറിക്കൊണ്ടിരിക്കും അല്ലേ. സോ നമ്മൾ എന്താണ് ഈ പറഞ്ഞ GDP കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രൈസ് ഫ്ലക്ച്വേഷൻ അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ പോലുള്ള പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കും. അതായത് നമ്മൾ കറണ്ട് പ്രൈസിൽ GDP ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഇൻഫ്ലേഷൻ പോലുള്ള പ്രശ്നങ്ങൾ ബാധിക്കും. നമുക്കൊരു കൃത്യമായുള്ള ഒരു റിയൽ വാല്യൂ ആയിരിക്കില്ല നമുക്ക് കിട്ടുക. അതുകൊണ്ട് നോമിനൽ GDP എന്നൊക്കെ നമ്മളതിൽ വിളിക്കാറുണ്ട്. ഓക്കെ, സോ കറണ്ട് പ്രൈസ് GDP നമ്മൾ എന്താണ് കറണ്ട് പ്രൈസ് GDP നമ്മൾ നോമിനൽ GDP എന്ന പേരിലൊക്കെ വിളിക്കാറുണ്ട്. അത് റിയൽ വാല്യൂ ആയിരിക്കത്തില്ല. റിയൽ വാല്യൂ ഇൻ ദ സെൻസ് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ആയിരിക്കത്തില്ല. സോ നമുക്ക് കുറെ കൂടെ അക്യൂറേറ്റ് ആയിട്ടുള്ള വാല്യൂ ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരു ബേസ് ഇയർ എടുക്കും അല്ലെ. ബേസ് ഇയർ എടുത്തിട്ട് GDP കാണും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ 2015 മുട്ടയ്ക്ക് 3 രൂപയായിരുന്നു അല്ലെ 2 രൂപയായിരുന്നു. ഇപ്പം 2026 ഇന്ന മാസം മുട്ടയ്ക്ക് 6 രൂപ. സോ 2 രൂപയിൽ നിന്ന് 6 രൂപയിലേക്ക് വന്നു. ഒരു വ്യത്യാസം കണ്ടാൽ മതി. അത് കുറച്ചുകൂടെ എന്താണ് റിയൽ ആയിരിക്കും അല്ലെ. സോ റിയൽ പ്രൈസ് GDP അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ബേസ് എന്ന രീതിയിലൊക്കെ കറണ്ട് പ്രൈസും അതുപോലെ തന്നെ കോൺസ്റ്റന്റ് പ്രൈസ് അല്ലെങ്കിൽ എന്താണ് കോൺസ്റ്റന്റ് പ്രൈസ് GDP എന്ന് നമ്മൾ ഇതിന് വിളിക്കാറുണ്ട്. സോ ഈ എടുക്കുന്ന ഇയറിനും ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഇയർ ഒരിക്കലും എന്താണ് ഏതെങ്കിലും രീതിയിലുള്ള ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ ഉണ്ടായ ഇയർ ആവരുത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ 2016 നോട്ട് നിരോധനം, 2019, 20 ആ ഒരു സമയങ്ങളിലൊക്കെ നമ്മുടെ രാജ്യത്ത് COVID-19. സോ അങ്ങനെയുള്ള ഇയേഴ്സ് ഒന്നും ഒരിക്കൽ എടുക്കരുത്. ഒരു നോർമൽ ഇയർ അല്ലെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള എക്കണോമിക് ബൂംസോ റിസഷൻസോ അങ്ങനെ ഉണ്ടായ ഇയർ എടുക്കരുത്. സോ 2022, 23 ഇത്തരത്തിൽ റീസെന്റ് ആയിട്ട് തെരഞ്ഞെടുത്ത ഇയർ ആയിട്ട് വന്നത്. ഇതുവരെ 2011, 12 ആയിരുന്നു നമ്മൾ ബേസ് ഇയർ ആയിട്ടുണ്ടായിരുന്നു. സോ ഏതാണ്ട് 10-15 വർഷമായല്ലോ. അതുകൊണ്ട് അത് അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള പ്രൊസീജിയർ ആണെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ 2022, 23 ബേസ് ഇയർ ആയിട്ട് കൊണ്ടുവരികയും ചെയ്തു. ഇനി 2022, 23 അതിന്റെ വില ഇത്രയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ ചെയ്യുക. GDP കാര്യങ്ങളൊക്കെ കാണുന്നത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എക്കണോമിക്സിനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഓടിച്ച് പോയിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നമ്മുടെ എക്കണോമിക്സിന്റെ കോഴ്സൊക്കെ ഉണ്ട്. ഇവിടെ പറയാനുള്ള സമയമില്ല. നമ്മുടെ ഇയർ എൻഡർ ആണ്. ഇന്ത്യൻ ഗവൺമെന്റ് ഹാസ് റീസെന്റ് ഡിസൈഡ് ടു റിവൈസ് ദ ബേസ് ഇയർ ഫോർ കാൽക്കുലേറ്റിംഗ് GDP അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഫ്രം 2011 to 2012. 2011, 12 to 2022, 23. 2011-12 ഉണ്ടായിരുന്ന ബേസ് ഇയർ 2022, 23 ആയിട്ട് മാറ്റി. Aiming to provide a more accurate representation of the current economic structure by incorporating recent economic changes and data source in calculations. Base year എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ബെഞ്ച് മാർക്ക് യൂസ്ഡ് ഫോർ GDP calculation ആണ്. It allows for comparison of economic growth over period of time by eliminating the effects of inflation. നമ്മൾ കറണ്ട് പ്രൈസിൽ GDP കാണുന്ന സമയത്ത് അവിടെ ഇൻഫ്ലേഷൻ പ്രശ്നം വരും. അതുകൊണ്ടാണ് നമ്മൾ അതിന് നോമിനൽ GDP എന്ന് പറയുന്നത് അല്ലേ. പക്ഷേ കോൺസ്റ്റന്റ് പ്രൈസിൽ നമ്മൾ ഒരു ബേസ് ഇയർ എടുത്തു കഴിഞ്ഞാൽ അതെന്താണ് ഇൻഫ്ലേഷൻ കറക്റ്റഡ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ റിയൽ GDP എന്ന പേരിൽ വിളിക്കാറുണ്ട്. The base year should be ideally be revised every 5 to 10 years to keep national accounts in line with the latest data available. സോ 5-10 വർഷത്തിനിടയിൽ മാറ്റിയിരിക്കണം. ഇപ്പം 2011, 12 എന്ന് പറയുന്നത് സാധാരണയായിട്ട് മാറ്റാൻ 2021, 22 മാറ്റേണ്ടതാണ്. പക്ഷേ അന്ന് COVID-19 ഇഷ്യൂ കാരണം നമുക്കത് സാധിച്ചില്ല. അങ്ങനെ ഒരു 15 വർഷമൊക്കെ എടുത്തിട്ടുണ്ട് മാറ്റാൻ വേണ്ടി. ഒഡീഷ വാരിയേഴ്സ് വിൻ ഫസ്റ്റ് വുമൻസ് ഹോക്കി ഇന്ത്യ ലീഗ് ടൈറ്റിൽ. ഒഡീഷ വാരിയേഴ്സ് എന്താണ് അവരുടെ ആദ്യത്തെ ഹോക്കി ഇന്ത്യ ലീഗ് ടൈറ്റിൽ സ്വന്തമാക്കിയതാണ് ന്യൂസ് ആയിട്ട് വരുന്നത് അല്ലേ. ഒഡീഷ വാരിയേഴ്സ് ഡിഫീറ്റഡ് സൂർമ ഹോക്കി ക്ലബ്. ആരെ പരാജയപ്പെടുത്തുന്നൊക്കെ നമുക്ക് ചോദ്യം വരാറുണ്ട്. ഓക്കെ, ഇൻ ദ ഫൈനൽ ഓഫ് ദ വുമൻസ് ഹോക്കി ഇന്ത്യ ലീഗ് 2024-25 2024-25 എഡിഷൻ ആ ഒരു വുമൻസ് ഹോക്കി ഇന്ത്യ ലീഗിൽ ഒഡീഷ വാരിയേഴ്സ് സൂർമ ഹോക്കി ക്ലബിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിജയം സ്വന്തമാക്കി. ദ ഫൈനൽ ഹെൽഡ്
മരംഗ് ഗോംകി ജയ്പാൽ സിംഗ് മുണ്ട ആസ്ട്രോ ടർഫ് ഹോക്കി സ്റ്റേഡിയം റാഞ്ചി. എവിടെ വെച്ചിട്ടാണ്? ജാർഖണ്ഡിലെ റാഞ്ചിയിലാണെന്ന് പഠിച്ചു വെച്ചാൽ മതി. ബെസ്റ്റ് ഗോൾ കീപ്പർ ഓഫ് ദ ടൂർണമെന്റ് ആയിട്ട് സവിത പൂനിയെയും പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയിട്ട് ജ്യോതിയെയുമാണ് തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. അവരുടെ ടീമും ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, വായിച്ചു വെച്ചാൽ മതി. ഇനി ഇതേ വർഷം തന്നെ 2024-25 എഡിഷനിൽ മെൻസ് ഹോക്കി ഇന്ത്യ ലീഗിന്റെ വിജയികൾ എന്ന് പറയുന്നത് റാർ ബംഗാൾ ടൈഗേഴ്സ് ആണെന്ന് കൂടെ ഓർത്തു വെച്ചാൽ മതി. മൗണ്ട് കർണഗി ഗ്രാൻഡഡ് ലീഗൽ പേഴ്സൺഹുഡ്. നമ്മൾ ചില മൃഗങ്ങൾക്കൊക്കെ പേഴ്സൺഹുഡ് നൽകുന്നത് കേൾക്കാറാണ് അല്ലെ. ചില മരങ്ങൾക്കും പേഴ്സൺഹുഡ് ഒക്കെ നൽകുന്നത് കേൾക്കാറാണ്. അതെന്തിനാണ്? അതിനെ കൃത്യമായിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ. ഒരു മനുഷ്യൻ കൊലപാതകം ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ടു, നമുക്ക് നേരെ എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട നിയമസഹായം തേടാൻ വേണ്ടി സാധിക്കും. കാരണം മനുഷ്യർക്ക് നമുക്ക് ഇന്ത്യൻ ഭരണഘടന തന്നെ ജീവിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. സോ അത് നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ചോദ്യം ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളുടെ വീട്ടിന്റെ അടുത്തൊരു പൂച്ച കൊല്ലപ്പെട്ടു, ആരെങ്കിലും പൂച്ചയെ ഒരു ഏറ് കൊടുത്ത് കൊന്നു, അല്ലെങ്കിൽ എന്താണ് ഒരു നായ ആരെങ്കിലും എറിഞ്ഞു കൊന്നു, അതിന് ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ? കേസ് കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല അല്ലേ. പക്ഷേ ഇതുപോലെ ലീഗൽ പേഴ്സൺഹുഡ് നൽകുന്ന പ്രദേശങ്ങളെ എന്താണ് ആരെങ്കിലും അറ്റാക്ക് ചെയ്താലോ നശിപ്പിച്ചാലോ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കാര്യങ്ങളുണ്ടാവും. ലീഗൽ പേഴ്സൺഹുഡ് തന്നെ നൽകണമെന്നില്ല. ഇപ്പം നമ്മുടെ രാജ്യത്ത് എന്താണ് മയിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പീക്കോക്കിന് എന്താണ് അറ്റാക്ക് ചെയ്ത് ഞാൻ ചോദ്യം ചെയ്യപ്പെടും. കാരണം നമ്മുടെ എന്താണ് നാഷണൽ ബേർഡ് ആണല്ലേ, അതിന് ലീഗൽ പേഴ്സൺഹുഡ് നൽകിയെന്നല്ല, അത് നമ്മുടെ രാജ്യത്തിന്റെ ഒഫീഷ്യൽ എംബ്ലത്തിന്റെ ഭാഗമായതുകൊണ്ട് അതിനെ നമ്മൾ അവിടെ നിയമപരമായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ലീഗൽ പേഴ്സൺഹുഡ് തന്നെ നൽകിയിട്ട് ഒരു കൊടുമുടിയെ മൗണ്ടിനെ എന്താണ് പ്രൊട്ടക്ട് ചെയ്യാണ്. ഇത്തരത്തിൽ ലഭിച്ച ആ ഒരു മൗണ്ടാണ് മൗണ്ട് കർണഗി. അത് ന്യൂസിലാൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ന്യൂസിലാൻഡ് ഹാസ് പാസ്ഡ് ലോ ഗ്രാൻഡിങ് മൗണ്ട് തരണഗി, എ മൗണ്ടൻ കൺസിഡേർഡ് സാക്രഡ് ബൈ തരണഗി ഇവി ലീഗൽ പേഴ്സൺഹുഡ്. തരണഗി മൗണ്ട ഇസ് എ സെക്കൻഡ് ഹയസ്റ്റ് മൗണ്ടൻ ഇൻ ന്യൂസിലാൻഡ്സ് നോർത്ത് ഐലൻഡ്. ന്യൂസിലാൻഡിൽ നോർത്ത് ഐലൻഡിൽ സെക്കൻഡ് ഹയസ്റ്റ് മൗണ്ടൻ കൂടിയാണത്. അലോങ് വിത്ത് ഇറ്റ് സറൗണ്ടിങ് പീക്സ് ഇറ്റ് ഹാസ് ബീൻ ഗ്രാൻഡ് ലീഗൽ പേഴ്സൺഹുഡ്. സോ അതിന് ഒഫീഷ്യലായിട്ട് ലീഗൽ പേഴ്സൺഹുഡ് നൽകി. ബിക്കമിംഗ് ദ തേർഡ് നാച്ചുറൽ ഫീച്ചർ ഇൻ ദ കൺട്രി ടു റിസീവ് ദ സെയിം റൈറ്റ്സ് ഡ്യൂട്ടീസ് ആൻഡ് പ്രൊട്ടക്ഷൻ ആസ് എൻ ഇൻഡിവിജ്വൽ. ഈ പറഞ്ഞ ന്യൂസിലാൻഡിൽ ആദ്യമായിട്ടൊന്നുമില്ല ഒരു കാര്യത്തിന് ലീഗൽ പേഴ്സൺഹുഡ് നൽകുന്നത്. മുൻപ് അവരൊരു ഫോറസ്റ്റിന് 2014 ഈ ഉറുവേറ ഫോറസ്റ്റിനും അതുപോലെ 2017 വാങ്വനി റിവറിനൊക്കെ അവർ പേഴ്സൺഹുഡ് നൽകേണ്ടതാണ്. അതൊക്കെ പ്രൊട്ടക്ട് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യസ് ഫസ്റ്റ് വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് സെന്റർ അപ്രൂവ്ഡ് മധ്യപ്രദേശ്. ഇന്ത്യയിൽ ആദ്യത്തെ വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് സെന്റർ എവിടെയാണ് റീസെന്റ് ആയിട്ട് അപ്രൂവ് ചെയ്യപ്പെട്ടത്? മധ്യപ്രദേശിലാണല്ലേ. മധ്യപ്രദേശിൽ റേവ ഡിസ്ട്രിക്റ്റിൽ ഗോവിന്ദ് ഗാർഗിലാണ് ഇത് അപ്രൂവ് ചെയ്യപ്പെടുന്നത്. ദ സെൻട്രൽ സൂ അതോറിറ്റി ഹാസ് ഗിവൺ ഫൈനൽ അപ്രൂവൽ ഫോർ ഇന്ത്യസ് ഫസ്റ്റ് വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് സെന്റർ ടു ബി എസ്റ്റാബ്ലിഷ് ഇൻ ഗോവിന്ദ് ഗാർ, റേവ ഡിസ്ട്രിക്ട് ഓഫ് മധ്യപ്രദേശ്. മധ്യപ്രദേശിലെ റേവ ഡിസ്ട്രിക്റ്റിലാണ് ഇത് വന്നിട്ടുണ്ടായിരുന്നത്. ദിസ് പ്രൊജക്ട് ഇസ് എ ലാൻഡ്മാർക്ക് സ്റ്റെപ്പ് ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ as Rewa holds a historical significance for being home to last non wildlife tiger. So ഇത്തരത്തില് ലാസ്റ്റ് നോൺ വൈൽഡ് ലൈഫ് ടൈഗറും കണ്ടുവരുന്നത് ഈ പറയുന്ന എവിടെയാണ്? മധ്യപ്രദേശിലാണ്. അതുകൊണ്ടാണ് ഇത്തരത്തില് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ. ഇന്ത്യ മാൽദീവ്സ് മിലിറ്ററി എക്സൈസ് ഇക്യുവറിൻ, വളരെ ഫേമസ് ആയിട്ടുള്ള ജോയിന്റ് മിലിറ്ററി എക്സൈസ് ആണ് ഇക്യുവറിൻ. സോ അതിന്റെ 2025 എഡിഷൻ ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, 13ാമത് എഡിഷൻ ആയിരുന്നു 2025. 13th എഡിഷൻ ഓഫ് ജോയിന്റ് മിലിറ്ററി എക്സൈസ് 2026 നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുണ്ട്. ഓക്കെ, 13th എഡിഷൻ ഓഫ് ജോയിന്റ് മിലിറ്ററി എക്സൈസ് ഇക്യുവറിൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് മാൽദീവ്സ് കമ്മൻസ്ഡ് ഇൻ മാൽദീവ്സ് ഓൺ February 4, 2025. 2025 ഫെബ്രുവരി 4-ാം തീയതിയാണ് ഇന്ത്യ മാൽദീവ്സ് ജോയിന്റ് മിലിറ്ററി എക്സൈസ് അല്ല ഇക്യുവറിൻ എന്താണ് കണ്ടക്ട് ചെയ്തത്. ഇക്യുവറിൻ എന്ന് പറഞ്ഞാൽ ആ ഒരു വേർഡ് മീനിങ് ഫ്രണ്ട്സ് എന്നാണ്. ഓക്കെ, മാൽദീവ്സിന്റെ ദിവേഹി ഭാഷയിൽ ഇക്യുവറിൻ എന്ന് വെച്ചാൽ ഫ്രണ്ട്സ് എന്നാണ് മീനിങ്. 2009 ഈ പറയുന്ന എക്സൈസ് കണ്ടക്ട് ചെയ്ത് വരുന്നത്. ഇന്ത്യൻ ആർമിയും മാൽദീവ്സിന്റെ നാഷണൽ ഡിഫൻസ് ഫോഴ്സുമാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇനോഗ്രൽ കൊക്കോ വേൾഡ് കപ്പ് 2025 2025 കൊക്കോ വേൾഡ് കപ്പിന്റെ ആദ്യ എഡിഷൻ നടന്നു അല്ലെ. ആ ഒരു എഡിഷൻ നടന്ന ഡീറ്റെയിൽ ആയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിവിധ ക്ലാസ്സുകളായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മെയിനായിട്ട് അടിസ്ഥാനപരമായുള്ള കുറച്ച് കാര്യങ്ങളെ നോക്കുന്നുള്ളൂ. ഇന്ദിരാഗാന്ധി അറീന ന്യൂഡൽഹിയിൽ വെച്ചിട്ട് ജനുവരി 13 തൊട്ടിട്ട് 19 വരെയാണ് 2025 കൊക്കോ വേൾഡ് കപ്പിന്റെ ആദ്യ എഡിഷൻ നടന്നത്. ഈ ഒരു ടൂർണമെന്റ് കൊക്കോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും ഇന്റർനാഷണൽ കൊക്കോ ഫെഡറേഷനും ചേർന്നിട്ടാണ് സംയുക്തമായിട്ട് ആതിഥേയത്വം വഹിച്ചത് അല്ലെ, സംയുക്തമായിട്ട് കണ്ടക്ട് ചെയ്തത്. ഇതിന്റെ മസ്കോട്ട്സ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഫിഗറിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. തേജസ് എന്ന് പറയുന്നത് മെൻസ് ടീമിന്റെ മസ്കോട്ട്, താര എന്ന് പറയുന്ന വുമൻസ് ടീമിന്റെ മസ്കോട്ടുമാണ്. തേജസ് എന്ന് പറഞ്ഞ എ ബ്ലൂ ഗസൽ സിംബലൈസ് ബ്രില്യൻസ് ആൻഡ് എനർജി. തേജസിന്റെ മീനിങ് ബ്രില്യൻസ് ആൻഡ് എനർജി എന്നും. ഇനി താര എന്ന് പറയുന്നതാണ് ഓറഞ്ച് ഗസൽ റെപ്രസെന്റിംഗ് ഗൈഡൻസ് ആൻഡ്
ആസ്പിരേഷനുമാണ്. ഓക്കെ, ഇന്ത്യ ഡിഫീറ്റഡ് നേപ്പാൾ ഇൻ ബോത്ത് ദ മെൻസ് ആൻഡ് വുമൻസ് കോമ്പറ്റീഷൻ ടു ബി ക്രൗൺഡ് ചാമ്പ്യൻസ്. സോ നമ്മൾ ആ ഒരു കാര്യം കൂടെ അഡീഷണൽ ആയിട്ടുള്ള കാര്യം കൂടെ നോട്ട് ചെയ്ത് വെച്ചോ. നമ്മൾ അന്ന് ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡാറ്റ നമുക്ക് ഉണ്ടായിരുന്നില്ല. സോ അതുകൂടെ പഠിച്ചു വെച്ചോ. കൊക്കോ വേൾഡ് കപ്പിന്റെ ആദ്യ എഡിഷനിൽ മെൻസ് ആയാലും വുമൻസ് ആയാലും വിജയിച്ചത് നമ്മുടെ ഇന്ത്യയാണ്. രണ്ടിലും ഇന്ത്യ നേപ്പാളിനെ പരാജയപ്പെടുത്തി വിജയിച്ചു. വെസ്റ്റ് ബംഗാൾ വിൻസ് 33rd സന്തോഷ് ട്രോഫി ടൈറ്റിൽ. ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട ഡൊമസ്റ്റിക് ടൂർണമെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടൂർണമെന്റ് ആണ് സന്തോഷ് ട്രോഫി. സോ 33ാമത്തെ സന്തോഷ് ട്രോഫി ടൈറ്റിൽ സ്വന്തമാക്കിയത് ആരാണ്? വെസ്റ്റ് ബംഗാൾ. ആരെ പരാജയപ്പെടുത്തി? കേരളയെ പരാജയപ്പെടുത്തി അല്ലേ? ഈ ഒരു കാര്യം ഓർത്തേക്കുന്നത് 33ാമത്തെ ടൈറ്റിലാണ്. In the 2024 edition, West Bengal reaffirmed its dominance by securing record extending 33rd title with a narrow 1-0 victory over Kerala in the finals. അവരുടെ 33ാമത്തെ ടൈറ്റിലാണ് വെസ്റ്റ് ബംഗാൾ 33ാമത്തെ തവണയാണ് ഈ പറയുന്ന സന്തോഷ് ട്രോഫി കിരീടം സ്വന്തമാക്കുന്നത്. ടോട്ടൽ എഡിഷൻ നോക്കിയാൽ 78 എഡിഷൻ ആയിട്ടുണ്ട് സന്തോഷ് ട്രോഫി. The final of the 78th edition of Santosh Trophy 2024-25 was played at GMC ബാലയോഗി സ്റ്റേഡിയം ഇൻ ഹൈദരാബാദ്, തെലങ്കാന. തെലങ്കാനയിൽ ഹൈദരാബാദിലെ GMC ബാലയോഗി സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു ഫൈനൽ നടന്നത്. ഇറ്റ് ഈസ് എ നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫോർ മെൻ. പുരുഷന്മാർക്കായിട്ടുള്ള ദേശീയ തലത്തിൽ വരുന്ന ഡൊമസ്റ്റിക് ഫുട്ബോൾ ടൂർണമെന്റ് ആണ് ഇൻ ദ സന്തോഷ് ട്രോഫി. വെസ്റ്റ് ബംഗാൾ ആർ ദ മോസ്റ്റ് സക്സസ്ഫുൾ ടീം ഇൻ സന്തോഷ് ട്രോഫി ഹാവിംഗ് 33 ടൈറ്റിൽസ്. 33 ടൈറ്റിൽസ് ആണ്. സ്റ്റാർട്ടഡ് ഇൻ 1941. ദ സന്തോഷ് ട്രോഫി ഈസ് വൺ ഓഫ് ഇന്ത്യൻ ഫുട്ബോൾ ലെഗസി ടൂർണമെന്റ്. 1941 സന്തോഷ് ട്രോഫി ടൂർണമെന്റ് ആരംഭിക്കുന്നത്. വെസ്റ്റ് ബംഗാൾ then named Bengal went on to win the inaugural Santosh Trophy title 1941-42 of beating Delhi in the final. സോ ആദ്യ ടൂർണമെന്റ് 1941-42 നടന്ന സമയത്ത് അന്നത്തെയും വിജയികൾ വെസ്റ്റ് ബംഗാൾ ആയിരുന്നു. ഡൽഹിയെ പരാജയപ്പെടുത്തിയത്. ഇൻഫാക്ട് വെസ്റ്റ് ബംഗാൾ ആർ ഓൾസോ ദ മോസ്റ്റ് സക്സസ്ഫുൾ ടീം ഇൻ സന്തോഷ് ട്രോഫി. 33 തവണ വിജയിച്ചു എന്ന് പറഞ്ഞു അല്ലേ? അവർ റണ്ണേഴ്സ് അപ്പ് ആയിട്ട് 14 തവണ വന്നിട്ടുണ്ട്. അതായത് ഏതാണ്ട് 47 തവണ അവർ ഫൈനൽ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. വെസ്റ്റ് ബംഗാൾ ഓൾസോ ഹാഡ് ദ റെക്കോർഡ് ഫോർ ദ മോസ്റ്റ് സക്സസീവ് സന്തോഷ് ട്രോഫി ടൈറ്റിൽ ഹാവിംഗ് won 6 back-to-back editions between 1993 to 1990, 1993, 94, 95, 96, 97, 98. ആ ഒരു സമയം വരെ എന്താണ് 6 തവണ തുടർച്ചയായിട്ട് അവർ വിജയങ്ങൾ സ്വന്തമായി. 1993-94 സീസൺ, 94-95, 95-96, 96-97, 97, 98, 98, 99 അങ്ങനെയാണ് അവർ വിജയിച്ചത്. അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും അല്ലേ? സോ പഞ്ചാബ് ആർ ദ സെക്കൻഡ് മോസ്റ്റ് സക്സസ്ഫുൾ ടീം വിത്ത് 8 ടൈറ്റിൽസ്. രണ്ടാമത് കിടക്കുന്ന പഞ്ചാബിന് 8 ടൈറ്റിൽസ് ഉള്ളു. കേരള സർവീസസിന് എന്താണ് 7 ടൈറ്റിൽ വീതമുണ്ട്. ഇപ്പം സർവീസസ് 8ാമത്തെ ടൈറ്റിലും കാര്യങ്ങളും സ്വന്തമാക്കിയിട്ടുണ്ട്. ഞാൻ ലേറ്റസ്റ്റ് പറയുകയാണ്, അതുകൂടെ പറയുകയാണ്. ഫസ്റ്റ് ഓവർസീസ് ഫൈനൽ നമ്മൾ നോക്കിയാൽ 2022-21 COVID-19 കാരണം നമുക്ക് ആദ്യമായിട്ടൊരു വിദേശ രാജ്യത്ത് വെച്ചിട്ട് സന്തോഷ് ട്രോഫി ഫൈനൽ നടത്തേണ്ടതായിട്ട് വന്നു. ഓക്കെ, അവിടെ കർണാടക മേഘാലയ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഓർത്തു വെക്കണം. ഇന്ത്യസ് ന്യൂക്ലിയർ വിഷണറി ഡോക്ടർ ആർ ചിദംബരം പാസസ് അവേ. നമ്മുടെ അറ്റോമിക് എനർജിയും ന്യൂക്ലിയർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വ്യക്തിത്വങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഡോക്ടർ രാജഗോപാൽ ചിദംബരം അഥവാ ആർ ചിദംബരം. ഇദ്ദേഹത്തിന്റെ പേര് നമ്മൾ പല രീതിയിൽ കേട്ടിട്ടുണ്ട്. അതായത് പല പ്രോഗ്രാംസും ന്യൂക്ലിയർ പ്രോഗ്രാംസുമായിട്ട് ബന്ധപ്പെട്ട ഇദ്ദേഹത്തിന്റെ പേര് നമ്മൾ കേട്ടിട്ടുണ്ട്. ഡോക്ടർ രാജഗോപാൽ ചിദംബരം, എ പൈനീറിംഗ് ഫിഗർ ഇൻ അറ്റോമിക് എനർജി, പാസ്ഡ് അവേ അറ്റ് ദ ഏജ് ഓഫ് 88. തന്നെ 88ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു. രാജഗോപാല ചിദംബരം വാസ് എൻ ഇന്ത്യൻ ഫിസിസിസ്റ്റ് ഹു ഇസ് നോൺ ഫോർ ഹിസ് ഇന്റഗ്രൽ റോൾ ഇൻ ഇന്ത്യാസ് ന്യൂക്ലിയർ വെപ്പൺ പ്രോഗ്രാം. നമ്മൾ ഇന്ത്യൻ ന്യൂക്ലിയർ വെപ്പൺസ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഫേമസ് ആയുള്ള വ്യക്തി തന്നെയാണ് ഇദ്ദേഹം. ത്രൂഔട്ട് ഹിസ് കരിയർ ചിദംബരം പ്ലേഡ് key role in developing India's nuclear weapons, being a part of team conducting the first Indian nuclear test. അതായത് സ്മൈലിംഗ് ബുദ്ധിയില്ലേ പൊക്രാൻ ടെസ്റ്റ് റേഞ്ചിൽ 1974 ആ ഒരു സ്മൈലിംഗ് ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഹി ഗെയിൻഡ് ഇന്റർനാഷണൽ ഫെയിം വെൻ ഹി ലെഡ് ആൻഡ് റെപ്രസെന്റഡ് ദ ടീം ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി while observing and leading efforts to conduct second nuclear test in 1998 May. സെക്കൻഡ് ന്യൂക്ലിയർ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കൂടെ ഇദ്ദേഹത്തിന്റെ പേര് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. He was a part of the team that carried out India's first nuclear test, a peaceful nuclear exposure at Pokhran in 1974. 1974 ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ, അത് പീസ്ഫുൾ ആയിരുന്നു. നമ്മൾ എന്താണ് നമ്മുടെ കയ്യിലും ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് കാണിക്കാനാണ്. ഇദ്ദേഹം അറ്റോമിക് എനർജി കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നു. ഡോക്ടർ ചിദംബരം ലെഡ് ദ സക്സസ്ഫുൾ ന്യൂക്ലിയർ ടെസ്റ്റ് 1998 അറ്റ് പൊക്രാൻ. അതുകൂടെ ആ സമയത്ത് അറ്റോമിക് എനർജി കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നു. He was the longest serving principal scientific advisor to the Indian government, holding a position from 2002 to 2018. സോ 2002 തൊട്ട് 2018 വരെയുള്ള 16 വർഷം നീണ്ട 16 വർഷം നമ്മുടെ പ്രിൻസിപ്പൽ സയന്റിഫിക് അഡ്വൈസർ ആയിരുന്നു ഇദ്ദേഹം ഇന്ത്യൻ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട്.
1975 പത്മശ്രീ നൽകിയിട്ടും 1999 പത്മഭൂഷൺ നൽകിയിട്ടും നമ്മുടെ രാജ്യം ഇദ്ദേഹത്തെ ആദരിച്ചു. അമിത്ഷാ ടു ലോഞ്ച് CBI's ഭാരത് പോൾ പോർട്ടൽ. ഇതും ചോദിച്ചിട്ടുണ്ട്. ഭാരത് പോൾ ആരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു? സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അഥവാ CBI ആണല്ലേ. യൂണിയൻ ഹോം മിനിസ്റ്റർ ആൻഡ് മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ ശ്രീ അമിത്ഷാ ഇനോഗ്രേറ്റ്സ് ഭാരത് പോൾ പോർട്ടൽ ഇൻ ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഭാരത് പോൾ എന്ന പേരിൽ ഈ ഒരു പോർട്ടലും കാര്യങ്ങളും അമിത്ഷാ ഒഫീഷ്യലായിട്ട് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഭാരത് പോൾ ആൻഡ് 3 ന്യൂ ക്രിമിനൽ ലോസ് വിൽ സെർവ് ആസ് എ സ്ട്രോങ് മെക്കാനിസം ടു ക്യാച്ച് ഫുജിറ്റീവ്സ് ഹു ഫ്ലീ അബ്രോഡ്. നമുക്കറിയുന്ന കാര്യമാണല്ലേ. വിജയ് മല്യയും അതുപോലെ നീരവ് മോദിയെ പോലുള്ള ഒരുപാട് ആളുകൾ ഇവിടുന്ന് സ്കാം നടത്തുകയും ഓടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരു പരിപാടിയുണ്ട്. അവിടെ എത്തിയ രക്ഷപ്പെട്ടു. ഇന്ത്യൻ ഗവൺമെന്റ് തൊടില്ല എന്നൊരു ചിന്ത പലർക്കും ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പോൾ മാറി വരികയാണ്. സോ ഇന്റർപോളുമായിട്ട് സംയോജിച്ചുകൊണ്ട് ഇതുപോലെയുള്ള പിടികിട്ടാ പുള്ളികളെ രാജ്യത്തെ ചതിച്ചുകൊണ്ട് രാജ്യം വിട്ട് ഓടിപ്പോകുന്ന പിടികിട്ടാ പുള്ളികൾ പിടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഭാരത് പോൾ എന്ന രീതിയിൽ എന്താണ് ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷനുമായിട്ട് നമ്മുടെ CBI സംയോജിച്ചിരിക്കുകയാണ്. ഓക്കെ, ഭാരത് പോൾ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ജമ്മു ബിക്കംസ് ഇന്ത്യൻ റെയിൽവേ 69th ഡിവിഷൻ. ഇന്ത്യൻ റെയിൽവേയുടെ 69ാമത്തെ ഡിവിഷനായിട്ട് റീസെന്റ് ആയിട്ട് ഏത് ഡിവിഷൻ മാറേണ്ട? ജമ്മു ഡിവിഷൻ മാറേണ്ട. മുൻപ് ജമ്മു ഒരു സ്റ്റേറ്റ് ആയിരുന്ന സമയത്ത് അവിടെ അറിയാം ഒരുപാട് പ്രശ്നങ്ങൾ, അഡ്മിനിസ്ട്രേറ്റീവ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് സെപ്പറേറ്റ് ഒരു റെയിൽവേ ഡിവിഷനാക്കി മാറ്റാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പം ഒരു സെപ്പറേറ്റ് യൂണിയൻ ടെറിട്ടറി ആയിട്ട് ജമ്മു കാശ്മീർ ലഡാക്ക് മാറിയതിനു ശേഷം എന്താണ് ജമ്മു ഒരു സെപ്പറേറ്റ് ഡിവിഷനായിട്ട് മാറി. എ ന്യൂ റെയിൽവേ ഡിവിഷൻ നെയ്മഡ് ജമ്മു റെയിൽവേ ഡിവിഷൻ will soon be established as a Indian Railways prepares to bring a broad gauge railway connectivity to കാശ്മീർ. ഇതുവരെ കാശ്മീരിലേക്ക് ബ്രോഡ് ഗേജ് റെയിൽവേ കണക്ടിവിറ്റി ഉണ്ടായിരുന്നില്ല. അത് കൊണ്ടുവരികയാണ്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി സെറ്റ് ടു ഇനേഗ്രേറ്റ് ദ ഡിവിഷൻ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. The total number of division across the railway will rise to 16 and spread over 17 zones. 17 സോൺസിൽ ആ സോൺസിന്റെ നമ്പറിലും കാര്യങ്ങളും മാറിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ലേറ്റസ്റ്റിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ISRO set to launch its 100th satellite on January 29. 2025 ജനുവരി 29 ISRO അവരുടെ 100ാമത്തെ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തു. നമുക്ക് പരീക്ഷയ്ക്ക് അങ്ങനെ ചോദ്യം വന്നിട്ടുണ്ടോ? 100ാമത്തെ സാറ്റലൈറ്റ് ഏതായിരുന്നു എന്ന രീതിയിൽ നമുക്ക് ഓൾറെഡി പരീക്ഷയ്ക്ക് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. NVS-02 എന്ന സാറ്റലൈറ്റ് ആണ് 100ാമത്തെ സാറ്റലൈറ്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. ISRO launched a satellite from Satish Dhawan Space Center in Sriharikota on January 29. January 29 ഇത് ലോഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. It is also 100th overall launch of ISRO rocket since SLV-3E1 in 1979. 1979 SLV-3E1 എന്ന പേരിൽ ആദ്യത്തെ സാറ്റലൈറ്റിന് ശേഷം ഇപ്പം 2025 ജനുവരി 29 എത്തി നിൽക്കുന്ന സമയത്ത് 100 സാറ്റലൈറ്റ്സ് കംപ്ലീറ്റ് ചെയ്യണം അല്ലേ. സോ NVS-02 എന്നാണ് സാറ്റലൈറ്റിന്റെ പേരെങ്കിൽ ഇത് ലോഞ്ച് ചെയ്യപ്പെട്ട വെഹിക്കിൾ ചോദിച്ചാൽ GSLV F-15 ആണ് ആ ഒരു റോക്കറ്റ് വരുന്നത്. NVS-02 is a second satellite in the series of second generation satellite of navigation with Indian constellation. Navig satellites എന്താണ് സെക്കൻഡ് ജനറേഷൻ സാറ്റലൈറ്റ് ആണല്ലേ. NVS-01 ലോഞ്ച് 2023 NVS-01 ലോഞ്ച് ചെയ്ത് വാസ് ഫസ്റ്റ് സെക്കൻഡ് ജെൻ നാവിക്. അതായത് സെക്കൻഡ് ജെൻ നാവിക്കിൽ ആദ്യത്തെ സാറ്റലൈറ്റ് ആണ്. ക്യാരിഡ് ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡിജിനസ് അറ്റോമിക് ക്ലോക്ക് കൂടെ അവിടെ ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചാൽ മതി. യാല ഗ്ലേഷ്യർ ഇൻ നേപ്പാൾ സെറ്റ് വാനിഷ് ബൈ 2040s ഡ്യൂ ടു ക്ലൈമറ്റ് ചേഞ്ച്. അതിരൂക്ഷമായിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ചും കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്യേണ്ട സമയത്ത് വെയിലടിക്കേണ്ട സമയത്ത് മഴയും വെയിലും ഇല്ലാത്ത സമയത്ത് എന്തൊക്കെയോ. സോ ആ ഒരു അവസ്ഥയാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് നേപ്പാളിന്റെ യാല ഗ്ലേഷ്യർ എന്താണ് 2040 ആകുമ്പോൾ ഇങ്ങനെ ഒരു ഗ്ലേഷ്യർ ഉണ്ടോ എന്ന രീതിയിൽ ചിന്തിച്ചു, അല്ലെങ്കിൽ ഈ ഗ്ലേഷ്യർ തന്നെ കാണാതാവും എന്നൊരു അവസ്ഥയിലേക്ക് എത്തുമെന്നാണ് പറയപ്പെടുന്നത്. കണക്കുകളൊക്കെ പറഞ്ഞത് യാല ഗ്ലേഷ്യർ ഇൻ നേപ്പാൾ ഹാസ് റീട്രീറ്റഡ് ബൈ 680 മീറ്റർ 680 മീറ്ററോളം എന്താണ് പിൻവാങ്ങി കഴിഞ്ഞു. അതിന് 36% നമുക്ക് ലഭ്യമല്ല. 36% പിൻവാങ്ങി. ബിറ്റ്വീൻ 1974 ആൻഡ് 2021 1974ലും 2021 ഇടയിലായിട്ട് അതിന് 36% പിൻവാങ്ങി. ഇനി ഏതാണ്ട് എന്താണ് ഒരു 64% കൂടിയ ബാക്കിയുള്ളൂ. അത് 2040 ആകുമ്പോൾ അടുത്തൊരു 10-12 വർഷം കൊണ്ട് അതുകൂടെ പിൻവാങ്ങിയിട്ട് ഇങ്ങനെ ഒരു ഗ്ലേഷ്യറെ അവിടെ ഇല്ലെന്നൊരു അവസ്ഥയിലേക്ക് അത് എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഓൺലി ഗ്ലേഷ്യർ ഇൻ എൻറ്റയർ ഹിമാലയസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ഗ്ലോബൽ ഗ്ലേഷ്യർ കാഷ്വാലിറ്റി ലിസ്റ്റ്. ഗ്ലോബൽ ഗ്ലേഷ്യർ കാഷ്വാലിറ്റി ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തപ്പെടുന്നു ഏക ഗ്ലേഷ്യറായിട്ട് കൂടി ഇതിനെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. 2025 ഇതൊക്കെ കൊണ്ട് തന്നെയാണ് UN ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലേഷ്യസ് പ്രിസർവേഷൻ ആയിട്ട് കൂടി പ്രഖ്യാപിച്ചത്. ന്യൂട്രൽ എക്സ്പേർട്സ് ഡിസിഷൻ ഓൺ ഇൻഡസ് വാട്ടർ ട്രീറ്റി എ വിൻ ഫോർ ഇന്ത്യ. ഇൻഡസ് വാട്ടർ ട്രീറ്റി 1960s ഈ പറഞ്ഞ ഇൻഡസ് വാട്ടർ ട്രീറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത്. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഈ പറഞ്ഞ ഇൻഡസ് വാട്ടർ ട്രീറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ധാരണ ഒപ്പുവെച്ചെന്നും സിന്ധു നദിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്കും പാകിസ്ഥാനും വെള്ളം എടുക്കാമെന്നൊരു ധാരണയൊക്കെ അന്നുണ്ടായിരുന്നു. പക്ഷേ
ഈ ഒരു ട്രീറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും പ്രശ്നമാണ്. പാകിസ്ഥാൻ പല രീതിയിൽ ആരോപണങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് വരാറുണ്ട്. അങ്ങനെ ഇതിലെന്താണ് വേൾഡ് ബാങ്ക് ഇതിൽ മീഡിയേറ്റർ ആയിട്ട് നമ്മുടെ വേൾഡ് ബാങ്ക് ആയിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. സോ വേൾഡ് ബാങ്ക് എന്താണ് മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവര് അവര് പറഞ്ഞു നമ്മളൊരു ന്യൂട്രൽ എക്സ്പേർട്ടിനെ എന്താണ് നിയോഗിക്കാം. ഓക്കെ, ന്യൂട്രൽ എക്സ്പേർട്ടിനെ നിയോഗിക്കാം. ആ ന്യൂട്രൽ എക്സ്പേർട്ട് എന്ന് പറയുമ്പോൾ ഇന്ത്യയുമായിട്ടും ചായ്വില്ല, പാകിസ്ഥാനുമായിട്ട് ചായ്വില്ല. കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ചിട്ട് ആരുടെ ഭാഗത്താണോ ന്യായം ആ ന്യായത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ന്യൂട്രൽ എക്സ്പേർട്ട്. സോ ന്യൂട്രൽ എക്സ്പേർട്ട് എന്താണ് റീസെന്റ് ആയിട്ട് പഠനങ്ങൾ നടത്തുകയും ഇന്ത്യ നടത്തിയ ആരോപണവും അതുപോലെ തന്നെ പാകിസ്ഥാൻ നടത്തിയ ആരോപണങ്ങളും പഠിക്കുകയും അവസാനം ഇന്ത്യയുടെ കൂടെ നിന്നു എന്നല്ല, ഇന്ത്യയുടെ ഭാഗത്താണ് ന്യായം എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു വിധി ശരിവെക്കുകയും ചെയ്തു. ഡീറ്റെയിൽ ആയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യ സെക്യൂർസ് എ ഡിപ്ലോമാറ്റിക് വിൻ ആസ് എ ന്യൂട്രൽ എക്സ്പെർട്ട് അപ്പോയിന്റഡ് ഇൻ ദിസ് വാട്ടർ ട്രീറ്റി deem himself competent to resolve dispute over two hydroelectric projects in Jammu and Kashmir. Okay. In 2016, Pakistan proposed adjudication by court arbitration, while India prefers adjudication by neutral expert. 2014 പാകിസ്ഥാൻ പറഞ്ഞു നമുക്ക് ഈ ഒരു ന്യൂട്രൽ എക്സ്പേർട്ട് ഒന്നും വേണം. അവിടെ എന്താണ് ഈ പറയുന്ന രീതിയിൽ കോർട്ടും കാര്യങ്ങളും ഇടപെട്ടിട്ട് അവിടെ തീരുമാനം എടുത്താൽ മതി, അല്ലാതെ ന്യൂട്രൽ എക്സ്പേർട്ട് ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ ഇന്ത്യ പറഞ്ഞു ന്യൂട്രൽ എക്സ്പേർട്ടാണ് നല്ലത്, രണ്ട് രാജ്യങ്ങളും ചായ്വില്ലാതെ ന്യൂട്രൽ എക്സ്പേർട്ടാണ് മതി എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എന്താണ് പാകിസ്ഥാന്റെ കൂടെ ചായ്വ് വരാനുള്ള സാധ്യതയുണ്ടല്ലോ. പക്ഷെ ന്യൂട്രൽ എക്സ്പേർട്ട് വേണമെന്ന് പറയും. അവസാനം എന്താണ് ഒരു തീരുമാനത്തിലേക്ക് വന്നു, ന്യൂട്രൽ എക്സ്പേർട്ട് മതി എന്നതിൽ വന്നു. അദ്ദേഹം എന്താണ് കോമ്പീറ്റന്റ് ആണ്, ഈ തീരുമാനം എടുക്കാൻ വേണ്ടി കോമ്പീറ്റന്റ് ആണ്. മൈക്കൽ ലിനോ ദ വേൾഡ് ബാങ്ക് അപ്പോയിന്റഡ് ന്യൂട്രൽ എക്സ്പേർട്ട് declared he is competent to decide difference of hydroelectric project under Indus Valley Treaty 1960. So ഈ ഒരു ട്രീറ്റി പ്രകാരമുള്ള തീരുമാനം എടുക്കാൻ താൻ എന്താണ് കോമ്പീറ്റന്റ് ആണ്, താൻ പ്രാപ്തനാണെന്ന് അദ്ദേഹം പറഞ്ഞു. ദിസ് സപ്പോർട്ട്സ് ഇന്ത്യ സ്റ്റാൻഡ്സ് എക്സ്ക്ലൂഡ് ദ പെർമനന്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ. ഒരു പെർമനന്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ അവിടെ വേണ്ട, അത് ആവശ്യമില്ല എന്ന ഇന്ത്യയുടെ വാദത്തെ അത് ശരിവെക്കുകയും ചെയ്തു. Indus Water Treaty is regarded as one of the most successful examples of conflict resolution between two nations. ഇന്ത്യയും പാകിസ്ഥാനാണ് ഈ രണ്ട് രാജ്യം. സോ ഏതോ രണ്ട് രാജ്യമാവട്ടെ, ഏത് രണ്ട് രാജ്യമായി കഴിഞ്ഞാലും ഇതുപോലൊരു വെള്ളത്തിന്റെ പ്രശ്നം വന്നിട്ട് അത് പരിഹരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ട്രീറ്റുകളിൽ ഒന്നാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി. അന്ന് 1960 സെപ്റ്റംബർ 19 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു, പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആയിരുന്നു അയൂബ് ഖാനുമാണ് ഇതിൽ ഒപ്പുവെച്ചത്. വിത്ത് ദ എയിം ഓഫ് റെഗുലേറ്റിംഗ് ദ യൂസ് ഓഫ് water from the Indus River and its tributaries between India and Pakistan of extensive negotiation is facilitated by വേൾഡ് ബാങ്ക്. സോ ഇന്ത്യയും പാകിസ്ഥാനും 1960 കാലഘട്ടങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ചർച്ചയും കാര്യങ്ങളും സംഭവിക്കും. ആ ചർച്ചയുടെ പരിണത ഫലമായിട്ട് വേൾഡ് ബാങ്ക് അതിൽ ഇടപെടുകയും അങ്ങനെ അന്നത്തെ പ്രധാനമന്ത്രിമാരൊക്കെ ചേർന്നിട്ട് ഇൻഡസ് വാട്ടർ ട്രീറ്റിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ഇറ്റ് അലോക്കേറ്റ്സ് വാട്ടർ ഫ്രം ഇൻഡസ് റിവർ and its tributaries, giving Pakistan's control over approximately 70% of the water, while India retains about 30%. മെയിനായിട്ട് ഈ സിന്ധു നദി പാകിസ്ഥാനിലൂടെയാണ് ഒഴുകി പോകുന്നത് ഭൂരിഭാഗം. സോ അതുകൊണ്ട് അതിന്റെ 70% കൺട്രോൾ പാകിസ്ഥാനും ബാക്കി 30% ഇന്ത്യക്കും എടുക്കാമെന്ന രീതിയിൽ തീരുമാനം വരികയും ചെയ്തു. The treaty was previously regarded as a successful model for international water sharing agreement, with India winning disputes regarding projects like Baglihar Dam, അതുപോലെ തന്നെ addressing concerns over Pakistan നീലം പ്രൊജക്ട്. ആ ഒരു പ്രൊജക്റ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ദ ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ സെന്റർ ഓഫ് കിഷൻ ഗംഗ ആൻഡ് റാട്ടിൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്. കിഷൻ ഗംഗയെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ജലത്തിന്റെ ട്രിബ്യൂട്ടറിയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്. ചെനാബിന്റെ ട്രിബ്യൂട്ടറിയാണ് റാട്ടിൽ പ്രൊജക്ട്, റാട്ടിൽ റിവർ. യൂണിയൻ മിനിസ്റ്റർ പീയൂഷ് ഗോയൽ ലോഞ്ചസ് നാഷണൽ ടർമറിക് ബോർഡ്. ഓൾറെഡി പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്, മഞ്ഞൾ ബോർഡ് അല്ലെങ്കിൽ നാഷണൽ ടർമറിക് ബോർഡ് അല്ലേ. സോ അതിന്റെ ലോഞ്ച് അല്ലെങ്കിൽ ഒഫീഷ്യൽ ഇനോഗ്രേഷൻ ആര് നടത്തിയിട്ടുണ്ട്? യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള പീയൂഷ് ഗോയൽ. യൂണിയൻ മിനിസ്റ്റർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ഞാൻ മിനിസ്റ്റേഴ്സിന്റെ പേര് പറയുമ്പോൾ ഒന്നുകൂടെ പറയാണ്, പല മിനിസ്റ്റേഴ്സിന്റെ പേരും യൂണിയൻ ക്യാബിനറ്റ് റീഷഫിൾ നടക്കുന്ന സമയത്തൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മൾ ഈ പറയുന്ന പേര്, ഞാൻ ഇന്ന് പറയുന്ന പേരും പറഞ്ഞു, ഇപ്പം നമ്മൾ റീസെന്റ് ആയിട്ട് കേൾക്കുന്ന ന്യൂസ് ആണ് റീഷഫിൾ നടക്കും എന്നൊക്കെ പറയുന്നല്ലേ. സോ ഞാനിത് പറഞ്ഞ് നെക്സ്റ്റ് വീക്കിൽ റീഷഫിൾ നടന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം, മിനിസ്റ്റേഴ്സിന്റെ പേരും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാണ്. ഓക്കെ, നമുക്കൊന്നും പറയാൻ പറ്റില്ല, നാളെ എന്ത് നടക്കുന്ന ആർക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. എന്ന് കരുതി കറണ്ട് അഫയർ പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ പഠിക്കണം, പക്ഷേ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക, നിങ്ങളുടെ ആ ഒരു റിസർച്ച് സ്വഭാവം ഒന്ന് ബെറ്റർ ആക്കുക. ഓക്കെ, യൂണിയൻ മിനിസ്റ്റർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പീയൂഷ് ഗോയൽ ലോഞ്ച് ദ നാഷണൽ ടർമറിക് ബോർഡ് ഓൺ January 14, 2024 ടു സപ്പോർട്ട് ടർമറിക് ഫാമേഴ്സ് ആൻഡ് പ്രൊമോട്ട് എക്സ്പോർട്സ്. ടർമറിക് ഫാമേഴ്സ്, മഞ്ഞൾ കർഷകർ എന്താണ് സപ്പോർട്ട് ചെയ്യാൻ, അവരുടെ എക്സ്പോർട്ടും കാര്യങ്ങളും വർദ്ധിപ്പിക്കുകയാണ് അല്ലേ. ഹെഡ് ക്വാർട്ടേഡ് ഇൻ നിസാമാബാദ്, തെലങ്കാനയുടെ നിസാമാബാദിലാണ് ഈ പറയുന്ന നാഷണൽ ടർമറിക് ബോർഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അത് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വന്ന കാര്യമാണ്. ഇനി ഇതിന്റെ ഫസ്റ്റ് ചെയർപേഴ്സൺ ആരാണെന്ന് ചോദിച്ചാൽ പല്ലെ ഗംഗാറെഡ്ഡിയാണ് ഇതിന്റെ ഫസ്റ്റ് ചെയർപേഴ്സൺ. പ്രധാനമായിട്ട് ടർമറിക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്സ് ആണ് ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, തമിഴ്നാടു, തെലങ്കാന, മധ്യപ്രദേശ്, മേഘാലയ. ഈ ഒരു 6 സംസ്ഥാനങ്ങളിൽ പഠിച്ചു വെക്കണം.
ക്യാബിനറ്റ് അപ്രൂവ് സെറ്റിംഗ് അപ്പ് ഓഫ് തേർഡ് ലോഞ്ച് പാഡ് ഇൻ ശ്രീഹരിക്കോട്ട. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ലോഞ്ച് പാഡ് അല്ലേ. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ഓൾറെഡി 2 ലോഞ്ച് പാഡ്സ് നമ്മുടെ ഇന്ത്യയിലാണ്. ഒന്ന് തമിഴ്നാടുവിലും മറ്റൊന്ന് ഒഡീഷയിലുമാണ്. മൂന്നാമതൊരു ലോഞ്ച് പാഡ് കൂടെ വേണമെന്നൊരു ആവശ്യകത നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ശ്രീഹരിക്കോട്ടിൽ ആന്ധ്രാപ്രദേശിൽ എന്താണ് മൂന്നാമത്തെ ലോഞ്ച് പാഡ് കൂടെ സെറ്റിലാക്കിയുള്ളത്. ദ യൂണിയൻ ക്യാബിനറ്റ് ഓൺ അപ്രൂവ്ഡ് സെറ്റിംഗ് അപ്പ് ഓഫ് തേർഡ് ലോഞ്ച് പാഡ് അറ്റ് ISRO's സതീഷ് ധവാൻ സ്പേസ് സെന്റർ അറ്റ് ശ്രീഹരിക്കോട്ട ആന്ധ്രാപ്രദേശ് അറ്റ് എ കോസ്റ്റ് ഓഫ് 3,985 crore. 3,985 കോടിയാണ് ഇനീഷ്യലി അനുവദിച്ചത്. പിന്നെ മാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന NGLV നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾസ് മിഷൻ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തത്. ഫസ്റ്റ് ലോഞ്ച് പാഡ് ഏതാണ്ട് 30 വർഷങ്ങൾക്ക് മുൻപ് വന്നു. PSLVയും കാര്യങ്ങളിലേ ഉള്ളൂ. PSLV സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വന്നു. പിന്നീട് SSLVയും സപ്പോർട്ട് ചെയ്യുമെന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ലോഞ്ച് പാഡ് എന്താണ് പിന്നീട് സെക്കൻഡ് ലോഞ്ച് പാഡ് വന്ന സമയത്ത് അത് GSLVനും LVM3നും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വന്നു. ഇപ്പം തേർഡ് ലോഞ്ച് പാഡ് വരുന്ന സമയത്ത് അത് നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ മിഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. In 2024, Prime Minister laid the foundation stone for ISRO second launch pad. ഈ പറഞ്ഞ സെക്കൻഡ് ലോഞ്ച് പാഡ് ഏതാ? കുലശേഖരപട്ടണം, തമിഴ്നാട്, തൂത്തുക്കുടി ഡിസ്ട്രിക്റ്റിൽ തമിഴ്നാടുവിലാണ്. ഇനി ഫസ്റ്റ് ചോദിച്ചാൽ ഡോക്ടർ അബ്ദുൽ കലാം ഐലൻഡ് ഒഡീഷയാണ്. അതിൽ നിന്ന് ഒരുപാട് ലോഞ്ചിങ് നമ്മൾ കേൾക്കാറുണ്ട്. അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. DRDO's ഹിം കവച് അതിശൈത്യമൊക്കെ വരുന്ന സമയത്ത് അതിന് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഡ്രസ്സ് ഉണ്ടോ എന്ന് വെച്ചാൽ ഡ്രസ്സൊക്കെ ഉണ്ട്. പക്ഷേ എന്താണ് അതിന്റെ ആ ഒരു കാലാവധിയും അതുപോലെ തന്നെ ആ ഒരു ഡ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പരിധിക്ക് മേലെ ടെമ്പറേച്ചർ പോയാൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവും ആ കാര്യങ്ങളൊക്കെ പലപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാറുണ്ട് അല്ലേ. സോ അത്തരത്തിൽ DRDO റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത ആ ഒരു സ്വെറ്റർ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അതുപോലുള്ള ഡ്രസ്സാണ് ഹിമകവചം. അതിശൈത്യത്തിൽ നമ്മുടെ പട്ടാളക്കാരൊക്കെ ജോലി ചെയ്യുന്നുണ്ട് അല്ലേ. സോ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഹിമകവച് വന്നത്. The Defense Research and Development Organization has made advancements in military clothing technology. Military clothing technology ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഹിം കവച് ഇസ് എ മൾട്ടി ലെയർ ക്ലോത്തിങ് സിസ്റ്റം ഡെവലപ്ഡ് ബൈ DRDO ഡെവലപ്പ് ചെയ്തൊരു മൾട്ടി ലെയർ ക്ലോത്തിങ് സിസ്റ്റമാണ് ഹിമ കവച്. ഇറ്റ് എയിംസ് ടു പ്രൊട്ടക്ട് മിലിറ്ററി പേഴ്സണൽ ഇൻ ഹാർഷ് കോൾഡ് വെതർ എൻവയോൺമെന്റ്. സോ അത് ശൈത്യവും കാര്യങ്ങളും മറികടക്കാനാണ്. ദിസ് ഇന്നോവേറ്റീവ് ക്ലോത്തിങ് ഈസ് സ്പെസിഫിക്കലി ഡിസൈൻഡ് ഫോർ ഓപ്പറേഷൻ യൂസ് ഇൻ ഹിമാലയൻ റീജിയൻ വേർ ടെമ്പറേച്ചർ ക്യാൻ ഡ്രോപ്പ് ഡ്രാസ്റ്റിക്കലി. സോ ഹിമാലയൻ റീജിയനിൽ എന്താണ് ടെമ്പറേച്ചർ വളരെ വലിയ രീതിയിൽ താഴോട്ടേക്ക് പോകുന്ന അവസ്ഥയിൽ അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലേ. ഏതാണ്ട് +20°C തൊട്ട് -60°C വരെ ഇതിന് എക്സ്ട്രീം കോൾഡ് വെതർ കണ്ടീഷൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. സെൻട്രൽ ലോഞ്ചസ് ഇന്ത്യസ് ഫസ്റ്റ് ഓർഗാനിക് ഫിഷറീസ് ക്ലസ്റ്റർ ഇൻ സിക്കിം. നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഓർഗാനിക് ഫിഷറീസ് ക്ലസ്റ്റർ ഇവിടെ വന്നിട്ടുണ്ട്, സിക്കിമിൽ വന്നിട്ടുണ്ട് അല്ലേ. യൂണിയൻ അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഫിഷറീസ് മിനിസ്റ്റർ രാജീവ് രഞ്ജൻ സിംഗ് ലോഞ്ച് ദ കൺട്രീസ് ഫസ്റ്റ് ഓർഗാനിക് ഫിഷറീസ് ക്ലസ്റ്റർ സിക്കിം. നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഓർഗാനിക് ഫിഷറീസ് ക്ലസ്റ്റർ എവിടെയാണ് വന്നത്? സിക്കിമിലാണ്. ആരാണ് ലോഞ്ച് ചെയ്തത്? രാജീവ് രഞ്ജൻ സിംഗ് ആണ്. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ ഭാഗമായിട്ടാണ് ഈ ലോഞ്ചും കാര്യങ്ങളും വന്നത്. ഇറ്റ് എയിംസ് ടു പ്രൊഡ്യൂസ് ആന്റിബയോട്ടിക് കെമിക്കൽ ആൻഡ് ദ പെസ്റ്റിസൈഡ് ഫ്രീ ഓർഗാനിക് ഫിഷ് ഫോർ എക്കോ കോൺഷ്യസ് മാർക്കറ്റ് ഗ്ലോബലി. National Bank for Agriculture and Rural Development will fund infrastructure, build capability, and form fisheries-based farmer produce organization to support the cluster. നബാർഡിന്റെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് ഇത് വരുന്നത്. ഇന്ത്യസ് ഫസ്റ്റ് കോസ്റ്റൽ ആൻഡ് വേഡർ ബേർഡ് സെൻസസ് ഇൻ ജാംനഗർ. നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ കോസ്റ്റൽ ആൻഡ് വേഡർ ബേർഡ് സെൻസസ് എവിടെയാണ്? ജാംനഗറിലാണ് വന്നിട്ടുള്ളത് അല്ലേ. ഗുജറാത്ത് ഗവൺമെന്റ് ആണ് അത് ഒഫീഷ്യലായിട്ട് ലോഞ്ച് ചെയ്ത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് കോസ്റ്റൽ ബേർഡ് സെൻസസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഗുജറാത്ത് ഗവൺമെന്റ് ആൻഡ് ബേർഡ് കൺസർവേഷൻ സൊസൈറ്റി ഓഫ് ഗുജറാത്ത് കണ്ടക്ടഡ് ഇന്ത്യസ് ഫസ്റ്റ് കോസ്റ്റൽ ആൻഡ് ബേർഡ് സെൻസസ് ഫ്രം January 3rd to January 5th, 2025. ജനുവരി 3 തൊട്ട് 2025 ജനുവരി 5 വരെയാണ്. ദ സെൻസസ് വിൽ ഡൺ അറ്റ് മറൈൻ നാഷണൽ പാർക്ക് ആൻഡ് മറൈൻ സാങ്ച്വറി ജാംനഗർ. ഗുജറാത്തിലെ ജാംനഗറിൽ മറൈൻ നാഷണൽ പാർക്കിലും മറൈൻ സാങ്ച്വറിയിലുമായിട്ടാണ് ഈ ഒരു സെൻസസും കാര്യങ്ങളും നടക്കുന്നത്. ജാംനഗർ ഡിസ്ട്രിക്ട് ഇൻ ഗുജറാത്ത് ഹോസ്റ്റ് 300+ ബേർഡ് സ്പീഷീസ്. 300-ലധികം ബേർഡ് സ്പീഷീസ് ഉണ്ടല്ലേ. അതിൽ 50+ ബേർഡ് സ്പീഷീസും വരുന്നുണ്ട്. സോ ഗുജറാത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ സെൻസസും കാര്യങ്ങളും നടപ്പിലാക്കുന്നത്. വെയ്ഡ് ബേർഡ്സിനെ മെയിനായിട്ട് നമ്മൾ റിസർവോയർസിലും പോൺസിലും റിവേഴ്സ് ലേക്സിലൊക്കെയാണ് കണ്ടുവരുന്നത്. റെക്കോർഡ് ബ്രേക്കിംഗ് മാസ് നെസ്റ്റിംഗ് ഓഫ് ഒലിവ് റൈഡ്ലി ടർട്ടിൽ അറ്റ് രാശികുലിയ ബീച്ച്. ഇത് ഓൾറെഡി പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. ഏതാണ്ട് ഒരൊറ്റ മുട്ടയിടൽ തന്നെ 7 ലക്ഷത്തോളം ആമകൾ എന്താണ് ഈ പറയുന്ന രീതിയിൽ മുട്ടയിട്ടുണ്ട്. അല്ലെങ്കിൽ നിയർലി 7 lakh ഒലിവ് റൈഡ്ലി ടർട്ടിൽ ഹാവ് ലേഡ് എഗ് അറ്റ് രാശികുലിയ റൂക്കറി ഇൻ ഒഡീഷാസ് ഗഞ്ചം ഡിസ്ട്രിക്ട് ഡ്യൂറിംഗ് ദ 8-day അരിബട
അടുത്തത് നെസ്റ്റിങ്ങിനാണ് അരിബട എന്ന് പറയുക. നമ്മൾ നെസ്റ്റിങ്ങിന്റെ സ്പാനിഷ് മീനിങ് ആണ്. അല്ലെങ്കിൽ സ്പെയിനിൽ അരിബട എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെയിനിൽ അരിബട എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നെസ്റ്റിംഗ് എന്നാണ് അതിന്റെ മീനിങ്. ദാറ്റ് കൺക്ലൂഡ് ഓൺ ഫെബ്രുവരി 23rd 2025. എക്സാക്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ 6,98,718 ഒലിവ് റൈഡ്ലി ടൈറ്റിലാണ് അവിടെ മുട്ടയിട്ടത്. മുൻപ് 2021 6,37,000-ഓളം ഒലിവ് റൈഡ്ലി ടൈറ്റിൽ മുട്ടയിട്ടു. ആ റെക്കോർഡ് മറികടന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. പക്ഷെ ഇതാണോ ഏറ്റവും കൂടുതൽ ആമകൾ മുട്ടയിടാൻ വന്നതെന്ന് വെച്ചാൽ അല്ല. 2001 7,41,000-ഓളം ഒലിവ് റൈഡ്ലി ടൈറ്റിൽ എന്താണ് ഒന്നിച്ച് അവിടെ മുട്ടയിടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. മധ്യപ്രദേശ് നൗ ഹോം ടു ഇന്ത്യസ് ഹയസ്റ്റ് വൾച്ചർ പോപ്പുലേഷൻ. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കഴുകന്മാരുള്ള സംസ്ഥാനമായിട്ട് മധ്യപ്രദേശ് മാറിയിരിക്കുകയാണ്. കഴുകന്മാർ. ഓക്കെ, മധ്യപ്രദേശ് ഹാസ് റിപ്പോർട്ട് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് വൾച്ചർ പോപ്പുലേഷൻ ഇൻ ദ കൺട്രി ആഫ്റ്റർ ദ കൺക്ലൂഷൻ ഓഫ് ദ ഫസ്റ്റ് ഫേസ് ഓഫ് 2025 വൾച്ചർ സെൻസസ്. 2025 വൾച്ചർ സെൻസസിന്റെ ആദ്യ ഫേസ് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ വൾച്ചറുള്ള ഇന്ത്യൻ സംസ്ഥാനമായിട്ട് ഏത് മാറി? മധ്യപ്രദേശ് മാറി. 12,981 വൾച്ചേഴ്സിനെയാണ് അവൻ എണ്ണി തിട്ടപ്പെടുത്തിയത്. ലാസ്റ്റ് സെൻസസിൽ ഏതാണ്ട് 10,845 വൾച്ചേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ നല്ല രീതിയിലുള്ള വർധനവ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പ്രൈവറ്റ് സ്പേസ് ടെക് കമ്പനി പിക്സൽ ലോഞ്ച് ഇന്ത്യസ് ഫസ്റ്റ് പ്രൈവറ്റ് സാറ്റലൈറ്റ് കോൺസ്റ്റലേഷൻ ഫയർഫ്ലൈ. ഇത് ഓൾറെഡി പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. നമ്മുടെ ഇന്ത്യയിലെ പ്രൈവറ്റ് സ്പേസ് ടെക് കമ്പനിയായുള്ള പിക്സൽ എന്താണ് ഇന്ത്യയിൽ ആദ്യത്തെ പ്രൈവറ്റ് സാറ്റലൈറ്റ് കോൺസ്റ്റലേഷൻ സാറ്റലൈറ്റ്സിന്റെ കൂട്ടങ്ങൾ എന്താണ് ഡെവലപ്പ് ചെയ്തു? സോ അതിന്റെ പേരാണ് ഫയർഫ്ലൈ. പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. രണ്ടും പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അതായത് കമ്പനീന്റെ പേരും ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ആ ഒരു സാറ്റലൈറ്റ് കോൺസ്റ്റലേഷന്റെ പേരും ചോദിച്ചിട്ടുണ്ട്. ബംഗളൂരു ബേസ് ചെയ്യുന്ന സ്റ്റാർട്ടപ്പാണ് പിക്സൽ എന്ന് പറഞ്ഞ. അവരാണ് ഫയർഫ്ലൈ എന്ന് പറഞ്ഞ കോൺസ്റ്റലേഷൻ ഡെവലപ്പ് ചെയ്ത്. മെയിൻ ആയിട്ട് ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഹൈ റെസൊല്യൂഷൻ ഹൈപ്പർ സ്പെക്ട്രൽ സാറ്റലൈറ്റ് കോൺസ്റ്റലേഷൻ നമുക്ക് നമ്മുടെ എർത്ത് സർഫേസുമായിട്ട് ബന്ധപ്പെട്ടൊരു ഡീറ്റെയിൽഡ് ആയിട്ട് ഡാറ്റ നൽകുകയാണ് അല്ലേ. എർത്തിലെ എൻവയോൺമെന്റ് ചേഞ്ചസ് മോണിറ്റർ ചെയ്യുന്നു, റിസോഴ്സ് മാനേജ്മെന്റ് കൃത്യമായിട്ട് അടയാളപ്പെടുന്നു. ആ രീതിയിലാണ് ആ ഒരു കാര്യങ്ങൾ വരുന്നത്. ഇന്ത്യസ് ഫസ്റ്റ് വേൾഡ് പീസ് സെന്റർ ഇനോഗ്രേറ്റഡ് ഗുരുഗ്രാം. നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ വേൾഡ് പീസ് സെന്റർ എവിടെ വന്നിട്ടുണ്ട്? ഗുരുഗ്രാമില്, ഹരിയാനയില് ഗുരുഗ്രാമിൽ വന്നിട്ടുണ്ട്. ഇന്ത്യസ് ഫസ്റ്റ് വേൾഡ് പീസ് സെന്റർ വാസ് ഇനോഗ്രേറ്റഡ് ഇൻ ഗുരുഗ്രാം, ഹരിയാന ബൈ അഹിംസ വേൾഡ് യൂണിവേഴ്സിറ്റി അണ്ടർ ദ ഗൈഡൻസ് ഓഫ് ജീൻ ആചാര്യ ലോകേഷ്. ആരാണ് ഇത് കൊണ്ടുവന്നത്? അഹിംസ വേൾഡ് യൂണിവേഴ്സിറ്റി ആണല്ലേ. ആരുടെ ഗൈഡൻസിലാണ്? ജെയിംസ് ആചാര്യ ലോകേഷിന്റെ ഗൈഡൻസിലാണ്. ഒരു ഇനോഗ്രേഷൻ നമ്മുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന രാംനാഥ് കോവിന്ദ് ഒക്കെ അറ്റൻഡ് ചെയ്ത ഒരു ഇവന്റ് കൂടിയാണ്. സോ ഇന്ത്യയിൽ ആദ്യത്തെ വേൾഡ് പീസ് സെന്റർ എവിടെ വന്നു എന്ന് വെച്ചാൽ നിങ്ങൾ എന്തു പറയും? ഹരിയാനയിൽ ഗുരുഗ്രാമിലാണിത് വന്നിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പിന്നെ പരീക്ഷകൾക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നൊരു ഭാഗം കൂടിയായിരുന്നു. നമ്മുടെ NTPC ആണെന്ന് തോന്നുന്നു. നമ്മൾ തന്നെ ഞാൻ തന്നെ എടുത്തെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, സോ അതിന്റെ ജസ്റ്റ് ഒരു അബ്സ്ട്രാക്ട് പോലുള്ള കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമല്ല. ഓൾറെഡി നമ്മൾ റെഗുലർ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇത് റിവിഷൻ മാത്രമാണ്. സോ വിദർഭ ക്ലിഞ്ച് ദർ തേർഡ് രഞ്ജി ട്രോഫി ടൈറ്റിൽ 7 സീസൺ. കഴിഞ്ഞ 7 സീസൺസിലായിട്ട് വിദർഭ എന്താണ് അവരുടെ മൂന്നാമത്തെ രഞ്ജി ട്രോഫി കിരീടം സ്വന്തമാക്കി. അത് കേരളത്തെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇത്തവണ അവൻ നേട്ടം സ്വന്തമാക്കിയത് എന്നുകൂടെ വേദനയോടെ നമ്മൾ ഓർത്തു വെക്കണം. വിദർഭ വെർ ക്രൗൺഡ് രഞ്ജി ട്രോഫി ചാമ്പ്യൻസ് ഫോർ തേർഡ് ടൈം ഇൻ 7 സീസൺ. കഴിഞ്ഞ 7 സീസണിൽ അവർ മൂന്നാമത്തെ തവണയാണ് ഈ നേട്ടം സ്വന്തമാക്കുന്നത്. എ ഡോമിനന്റ് പെർഫോമൻസ് ഇൻ 2024-25 എഡിഷൻ ഫൈനൽ അഗേൻസ്റ്റ് കേരള നാഗ്പൂർ. സോ ആരായിരുന്നു ഈ ഒരു വിദർഭയുടെ ക്യാപ്റ്റൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതും പ്രീവിയസ് ഒരു ചോദ്യമാണ്. പ്രീവിയസ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷത്തെ പരീക്ഷയുടെ ചോദ്യമാണ്. അക്ഷയ് വഡ്കാർ ആണ്. അതുപോലെ തന്നെ ദ പ്രീവിയസ് രഞ്ജി ട്രോഫി വിക്ടറീസ് കെയിം 2017, 18, 18, 2017, 18, 18, 19 ഈ പറഞ്ഞ വിദർഭ നേട്ടങ്ങളെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കണം. ബംഗാൾ ലീഡ്സ് ഇന്ത്യ ഇൻ ബേർഡ് കൗണ്ട് ഫോർ തേർഡ് കോൺസിക്യൂട്ടീവ് ഇയർ. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബേർഡ്സ് ഉള്ള പക്ഷികളുള്ള സംസ്ഥാനങ്ങളുടെ പട്ടിക എടുത്ത സമയത്ത് അതിൽ തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ തവണയും ബംഗാൾ ലീഡിംഗ് ആയിട്ട് വന്നു. 28th ഗ്രേറ്റ് ബാക്ക്യാർഡ് ബേർഡ് കൗണ്ട് GBBC റിപ്പോർട്ട് റിലീസ്ഡ് ബൈ ബേർഡ് കൗണ്ട് ഇന്ത്യ ആണ് റിപ്പോർട്ടും കാര്യങ്ങളും പുറത്തു വരുന്നത്. പ്രൊവൈഡ്സ് എ കോംപ്രഹെൻസീവ് ഓവർവ്യൂ ഓഫ് ബേർഡ് സ്പീഷീസ് ഒബ്സർവ്ഡ് അക്രോസ് ഇന്ത്യ ഡ്യൂറിംഗ് ദ GBBC ഇവന്റ്. വെസ്റ്റ് ബംഗാൾ ലെഡ് ദ കൗണ്ട് ഫോർ ദ തേർഡ് കോൺസിക്യൂട്ടീവ് ഇയർ, റെക്കോർഡിംഗ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് സ്പീഷീസസ് among all participating states and union territories. സോ എല്ലാ പാർട്ടിസിപ്പൻറ്റ് സ്റ്റേറ്റ്സും യൂണിയൻ ടെറിട്ടറി നമ്മൾ നോക്കുന്ന സമയത്ത് ലീഡിംഗ് ആയിട്ട് ആരാണ്? വെസ്റ്റ് ബംഗാളാണ് വന്നിട്ടുള്ളത് അല്ലേ. ഏതാണ്ട് വെസ്റ്റ് ബംഗാളിൽ 1068ഓളം ബേർഡ് സ്പീഷീസ് മാത്രമുണ്ട്. അതിനുള്ളിൽ എന്താണ് ഒരുപാട് ബേർഡ്സ് വരുന്നുണ്ട് അല്ലേ. ഡാർജിലിംഗ് ടോപ്പഡ് ബംഗാൾസ് സ്പീഷീസ് കൗണ്ട് വിത്ത് 252 സ്പീഷീസ് ഒബ്സർവ്ഡ്.
although this was lower than 2024 308. ഡാർജിലിംഗിലാണ് ഏറ്റവും കൂടുതൽ കറന്റ് ഉള്ളത്. പക്ഷെ അവരുടെ ഹയസ്റ്റ് എവർ ഒന്നും അല്ല. 2024 308ഓളം ബേർഡ് സ്പീഷീസ് ഉണ്ടായിരുന്നു. ഇപ്പം പലതും എന്താണ് അവിടെ ഇല്ലാതായിട്ടുണ്ട്. 252 ബേർഡ് സ്പീഷീസ് ഇപ്പൊ അവിടെ കാണുന്നുള്ളൂ. വി അനന്ത നാഗേശ്വരൻ ടേം ആസ് ചീഫ് എക്കണോമിക് അഡ്വൈസർ എക്സ്റ്റെൻഡിങ് മാർച്ച് 2027. സോ 2027 മാർച്ച് വരെയുള്ള കറണ്ട് അഫയർ നമുക്ക് സേഫ് ആയിട്ട് അങ്ങ് പഠിക്കാം. ഇന്ത്യയുടെ ചീഫ് എക്കണോമിക് അഡ്വൈസർ ആരാണ്? വി അനന്ത നാഗേശ്വരനാണ് അല്ലേ. സോ അദ്ദേഹത്തിന്റെ പേരങ്ങ് പഠിച്ചു വെക്കണം. വി അനന്ത നാഗേശ്വരൻസ് ടേം ആസ് ചീഫ് എക്കണോമിക് അഡ്വൈസർ എക്സ്റ്റെൻഡഡ് ടു മാർച്ച് 2027. 2027 മാർച്ച് വരെ ഇദ്ദേഹത്തിന് ടെന്യൂർ ഒഫീഷ്യലായിട്ട് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ് ആണ് ടെന്യൂർ എക്സ്റ്റൻഷനും കാര്യങ്ങളൊക്കെ ഒഫീഷ്യലായിട്ട് തീരുമാനിച്ചത്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ആ ഒരു ക്യാബിനറ്റ് ഒഫീഷ്യലായിട്ട് ഇദ്ദേഹത്തിന്റെ നിയമനവും കാര്യങ്ങളും അംഗീകരിച്ചിട്ടുണ്ട്. സോ ഓൾറെഡി എന്താണ് ചീഫ് എക്കണോമിക് അഡ്വൈസർ ആയിട്ട് 2022 തൊട്ടിട്ട് ഇദ്ദേഹമാണുള്ളത്. ഇനി 2027 വരെ ഇദ്ദേഹത്തിന്റെ പേര് തന്നെ നമുക്ക് പഠിക്കാം. ലെജൻഡറി ഒഡീസി ഡാൻസർ മായാധർ റൗത്ത് പാസസ് അവേ അറ്റ് 92. വളരെ ഫേമസ് ആയുള്ള ഒഡീസി ഡാൻസർ ആയുള്ള മായാദ റൗത്ത് എന്താണ് റീസെന്റ് ആയിട്ട് തന്റെ 92ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു അല്ലെ. റെനോൺഡ് ഒഡീസി മാസ്ട്രോ മായാദ റൗത്ത് ഓഫർ റെഫേർഡ് ടു ആസ് എ ഫാദർ ഓഫ് ഒഡീസി ഡാൻസ്. നമ്മുടെ ഇന്ത്യയിൽ ഒഡീസി ഡാൻസിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് മായാദ റൗത്ത്. അദ്ദേഹം റീസെന്റ് ആയിട്ട് അന്തരിച്ചു. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യം 2010 പത്മശ്രീ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2011 സംഗീത നാടക അക്കാദമി അവാർഡ്, സംഗീത നാടക അക്കാദമി ടാഗോർ രത്ന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 1985 സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2003 രാജീവ് ഗാന്ധി സമ്മാൻ ലഭിച്ചിട്ടുണ്ട്. 1993 ബിജു പട്നായിക് സമ്മാനം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. പിന്നെ പരീക്ഷയ്ക്ക് മായാദ റൗത്ത് താഴെ പറഞ്ഞ ഏത് മേഖല ആർട്സ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചോദിക്കുമ്പോൾ ഒഡീസി ഡാൻസർ ആണെന്ന് പറയാൻ വേണ്ടി സാധിക്കണം. 51st ഖജുരാഹോ ഡാൻസ് ഫെസ്റ്റിവൽ 2025. 2025 51ാമത് ഖജുരാഹോ ഡാൻസ് ഫെസ്റ്റിവൽ അല്ലേ. ഖജുരാഹോ എവിടെ വെച്ചിട്ടാണ്? മധ്യപ്രദേശിൽ വെച്ചിട്ടാണ്. സോ 51ാമത് ഖജുരാഹോ ഡാൻസ് ഫെസ്റ്റിവൽ വാസ് ഓർഗനൈസ്ഡ് ഖജുരാഹോ ഛത്തർപൂർ ഡിസ്ട്രിക്ട് ഓഫ് മധ്യപ്രദേശ്. ഫെബ്രുവരി 20 തൊട്ട് 26 വരെയാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ഓർഗനൈസ് ചെയ്യുന്നത് കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഓഫ് മധ്യപ്രദേശ് ആണ്. മധ്യപ്രദേശിലെ കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റും ടൂറിസം ഡിപ്പാർട്ട്മെന്റും ചേർന്നിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. ആദ്യമായിട്ട് എന്നാണ് ഖജുരാഹോ ഡാൻസ് ഫെസ്റ്റിവൽ കണ്ടക്ട് ചെയ്തതെന്ന് വെച്ചാൽ അത് 1975 Khajuraho Dance Festival was started in 1975, and since then it is being organized by Ustad Alauddin Khan Music and Arts Academy under the Culture Department of Madhya Pradesh government. So 1975 ആദ്യ എഡിഷൻ നടന്നു. പിന്നെ വിവിധ എഡിഷൻസ് ആയിട്ട് നടന്നു വരുന്നു. The festival was held against the backdrop of historic temple Khajuraho, which are on UNESCO heritage list. ഓക്കെ, സോ യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഭാഗമായിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾ ആണ് ഖജുരാഹോ. അല്ലെ, ആ ഒരു ഹിസ്റ്റോറിക് ടെമ്പിൾ ഗ്രൂപ്പാണ് ഖജുരാഹോ. അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചു. തിരുവള്ളുവർ സ്റ്റാച്യു ഇനോഗ്രേറ്റഡ് ഫിലിപ്പൈൻസ്. തമിഴ് ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള സെയിന്റ് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, സെയിന്റ് ആണ്, അതുപോലെ തന്നെ പോയറ്റ് ആണ് തിരുവള്ളുവർ. ആ ഒരു തിരുവള്ളുവരുടെ സ്റ്റാച്യു തമിഴ്നാടുവിലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലോ അല്ല റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്തത്. പിന്നെ എവിടെയാണ്? ഫിലിപ്പൈൻസിലാണ് ലോഞ്ച് ചെയ്തത്. ഇന്ത്യൻ അംബാസഡർ ഹർഷ് കുമാർ ജെയിൻ അൺവെയിൽഡ് സ്റ്റാച്യു ഓഫ് നോട്ടഡ് തമിഴ് പോയറ്റ് ആൻഡ് ഫിലോസഫർ തിരുവള്ളുവർ ഇൻ ഫിലിപ്പൈൻസ്. ഇന്ത്യൻ അംബാസഡർ ഹർഷ് കുമാർ ജെയിൻ ആണ് ഒഫീഷ്യലായിട്ട് ഈ ഒരു കാര്യം റീസെന്റ് ആയിട്ട് അൺവെയിൽ ചെയ്തിട്ടുള്ളത്. സ്റ്റാച്യു വാസ് അൺവെയിൽ ടു സെലിബ്രേറ്റ് 75th ആനിവേഴ്സറി ഡിപ്ലോമാറ്റിക് റിലേഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ദ ഫിലിപ്പൈൻസ്. ഇന്ത്യയും ഫിലിപ്പൈൻസുമായുള്ള ആ ഒരു നയതന്ത്ര ബന്ധവും കാര്യങ്ങളും ആരംഭിക്കുന്നത് 1949 നവംബർ 26-നാണ്. അത് ആരംഭിച്ചതിന് ശേഷം 75 വർഷം കംപ്ലീറ്റ് ആയില്ലേ. സോ അതിന്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് കൂടിയായിരുന്നു ഈ ഒരു സെലിബ്രേഷനും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. ആ വള്ളുവർ എന്ന പേരിലൊക്കെ എന്താണ് തമിഴ് പീപ്പിൾ തിരുവള്ളുവർ വിളിക്കാറുണ്ടായിരുന്നു. സോ വളരെ ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി തന്നെയാണ് അദ്ദേഹം. ഹിസ് മോസ്റ്റ് ഫേമസ് വർക്ക് തിരുക്കുറൽ, അറിയാലോ തിരുക്കുറൽ, എ കളക്ഷൻ ഓഫ് കപ്ലെറ്റ്സ് ഓൺ എത്തിക്സ് ആൻഡ് പൊളിറ്റിക്സ്, എക്കണോമി ആൻഡ് ലോ. കേരള ടു ലോഞ്ച് ഫസ്റ്റ് എവർ പ്രൊജക്ട് ഓൺ കളക്ഷൻ ഡിസ്പോസൽ ഓഫ് എക്സ്പയർഡ് മെഡിസിൻ. സോ എന്താണ് കേരളം നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് എക്സ്പയർഡ് മെഡിസിൻസ് എന്താണ് കളക്ട് ചെയ്തിട്ട് ഡിസ്പോസ് ചെയ്യാനുള്ള പരിപാടിയും കാര്യങ്ങളായിട്ട് മുന്നോട്ടേക്ക് പോയിരിക്കുകയാണ് അല്ലേ. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് മെഡിസിൻസ്, ബാക്കിയെല്ലാം നമ്മുടെ എക്സ്പയർ ഡേറ്റ് ഒക്കെ നോക്കി വാങ്ങും. മെഡിസിൻസ് വാങ്ങുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കും, മെഡിസിൻസ് വാങ്ങി കഴിക്കുമ്പോൾ നിങ്ങൾ എത്ര പേര് അതിന്റെ എക്സ്പയർ ഡേറ്റ് നോക്കാറുണ്ട്? മെഡിക്കൽ ഷോപ്പിൽ എക്സ്പയർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വിൽക്കുന്നു എന്നല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അസുഖം വന്നു, പൊതുവേ നമ്മൾ പറയുന്നതാണല്ലോ, പനി വന്നു പോയിട്ട് എന്താണ് ഒരു ഡോൾ എടുത്ത് കഴിക്കുക, അങ്ങനെയൊക്കെ നമ്മൾ പൊതുവെ പറയുന്ന കാര്യമാണ്, ഒരിക്കലും ചെയ്യാൻ വേണ്ടി പാടില്ലാത്ത കാര്യമാണ് അല്ലേ.
സോ ആന്റിബയോട്ടിക് എടുത്ത് കഴിച്ചാൽ മതി, അസുഖം മാറുന്നൊക്കെ പറയാറുണ്ട്. അത് എടുത്ത് കഴിക്കുന്നത് ഓക്കെ, കുഴപ്പമില്ല. അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കടയിൽ പോയിട്ട് വാങ്ങണതല്ല, ഒരിക്കലും ചെയ്യാൻ വേണ്ടി പാടില്ലാത്ത കാര്യമാണ്. ചെയ്തു എന്ന് വിചാരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എത്ര പേര് അതിന്റെ എക്സ്പയർ ഡേറ്റ് നോക്കാറുണ്ട്? ചിലപ്പം 2025 എടുത്ത് കുടിക്കുന്ന ഗുളിക ഓൾറെഡി 2024 എക്സ്പയർഡ് ആയിട്ടുണ്ടാവും. നമ്മളിതൊന്നും നോക്കൂല. നമ്മൾ സാധാരണ ബാക്കിയുള്ള കാര്യങ്ങളുടെ ഫ്രൂട്ട്സ് അല്ല, ഈ പറയുന്ന എന്താണ് ധാന്യങ്ങളായി കഴിഞ്ഞാൽ ബേക്കറി ഐറ്റംസ് അല്ല, അതിന്റെയൊക്കെ എക്സ്പയർഡ് ആയിട്ട് നമ്മൾ നോക്കും, മെഡിസിനെ നോക്കില്ല അല്ലേ? സോ ഇങ്ങനെ എക്സ്പയർഡ് ആയുള്ള മെഡിസിൻസ് ഐഡന്റിഫൈ ചെയ്ത് അത് ഡിസ്പോസ് ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ടാണ് എൻ പ്രൗഡ് എന്ന് പറഞ്ഞൊരു പദ്ധതി, ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ് എന്ന രീതിയിൽ നമ്മുടെ കേരള ഗവൺമെന്റ് ലോഞ്ച് ചെയ്ത് ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, പ്രോസസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കേരള എൻവിറോ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് അല്ലെങ്കിൽ KEIL ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി വരുന്നത്. ഇന്ത്യ ജപ്പാൻ ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ധർമ്മ ഗാർഡിയൻ 2025. ഇന്ത്യയും ജപ്പാനുമായുള്ള ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ആണ് ധർമ്മ ഗാർഡിയൻ 2025. സോ ഇത് 2025 ഫെബ്രുവരി 25 തൊട്ട് മാർച്ച് 9 വരെ ജപ്പാനിലെ മൗണ്ട് ഫുജിയിൽ വെച്ച് നടത്തുന്നുണ്ട്. ദ 6th എഡിഷൻ കൂടിയാണത്. ഇന്ത്യ ജപ്പാൻ ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ആണ് ധർമ്മ ഗാർഡിയൻ. ഇറ്റ് ഈസ് ആൻ ആനുവൽ ഇവന്റ് കണ്ടക്ടഡ് ഓൾട്ടർനേറ്റീവ്ലി ഇൻ ഇന്ത്യ ആൻഡ് ജപ്പാൻ. ഇന്ത്യയിലും ജപ്പാനിലുമായിട്ട് ഓൾട്ടർനേറ്റീവ്ലി കണ്ടക്ട് ചെയ്യുന്ന എക്സസൈസ് ആണ്. ഇതിൽ ഇന്ത്യ റെപ്രസെന്റ് ചെയ്തിട്ട് മദ്രാസ് റെജിമെന്റും അതുപോലെ ജപ്പാൻ റെപ്രസെന്റ് ചെയ്തിട്ട് JGSDF അഥവാ ജപ്പാൻ ഗ്രൗണ്ട് സെൽഫ് ഡിഫൻസ് ഫോഴ്സുമാണ് പങ്കെടുത്തത്. 2018 എക്സൈസ് ധർമ്മ ഗാർഡിയൻ ആരംഭിക്കുന്നത്. ആ കാര്യം കൂടെ ഒന്ന് ഓർത്തു വെക്കണം. അജ്മർ ഹോസ്റ്റ് ഫസ്റ്റ് എവർ ഓൾ ഇന്ത്യ ട്രാൻസ്ജെൻഡർ കോൺഫറൻസ്. നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ട്രാൻസ്ജെൻഡർ കോൺഫറൻസ് നടക്കുന്നത് അല്ലെ. ഈ ഒരു ട്രാൻസ്ജെൻഡർ കോൺഫറൻസ് രാജസ്ഥാനിലെ വൈശാലി നഗറിൽ വെച്ചിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. മഹാ ഓഫ് കിന്നാർ കമ്മ്യൂണിറ്റി എന്ന പേരിലൊക്കെയാണ് ഒരു ഇവന്റും കാര്യങ്ങളും അവരവിടെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാര്യങ്ങൾ ഓർത്തു വെക്കണം. സോ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ട്രാൻസ്ജെൻഡർ കോൺഫറൻസ് എവിടെ വെച്ച് നടന്നു? അജ്മീറിൽ വെച്ചിട്ടാണ് നടന്നത്. ദി കമലിനി ബിക്കം യങ്ങസ്റ്റ് ഡെബ്യൂട്ടൻ വുമൻസ് പ്രീമിയർ ലീഗ്, WPL അഥവാ വുമൻസ് പ്രീമിയർ ലീഗുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രായം കുറഞ്ഞ അരങ്ങേറ്റക്കാരിയായിട്ട് ആര് മാറിയിട്ടുണ്ട്? കമലിനി മാറിയിട്ടുണ്ട് അല്ലെ. 16 വയസ്സിലും 213 ദിവസവും പ്രായമുള്ള സമയത്താണ് മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയിട്ട് എന്താണ് കമലിനി ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. പക്ഷേ നമ്മൾ ഡൊമസ്റ്റിക് IPL ഏറ്റവും പ്രായം കുറഞ്ഞ താരമൊന്നുമല്ല. ഇത് വുമൺ പ്രീമിയർ ലീഗാണ്, IPL വുമൺ പതിപ്പാണ്. IPL ഏറ്റവും പ്രായം കുറഞ്ഞ താരം ചോദിച്ചാൽ അത് വൈഭവ് സൂര്യവംശിയാണ്. തന്റെ 13ാമത്തെ വയസ്സിൽ വൈഭവ് സൂര്യവംശി അരങ്ങേറ്റം കുറിച്ചു. 15ാമത്തെ വയസ്സിൽ എന്താണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമുമായിട്ട് ബന്ധപ്പെട്ടും അരങ്ങേറ്റം അദ്ദേഹം കുറിക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഏഷ്യൻ വിന്റർ ഗെയിംസ് 2025. 2025 ഏഷ്യൻ വിന്റർ ഗെയിംസ് എവിടെ വെച്ച് നടന്നു എന്ന രീതിയിൽ ഡയറക്റ്റ് ചോദ്യം വന്നൂടെ? ചൈനയിൽ ഹർബിനിൽ വെച്ചിട്ടാണ് അല്ലേ. 3ാമത്തെ തവണയാണ് ചൈന ഈ പറഞ്ഞ ഏഷ്യൻ വിന്റർ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നത്. സോ 2025 ഫെബ്രുവരി 7 തൊട്ട് ഫെബ്രുവരി 14 വരെ നീണ്ടു നിൽക്കുന്ന 7 ദിവസമായിട്ടാണ് ഈ പറയുന്ന ഫെസ്റ്റിവൽ അവർ കണ്ടക്ട് ചെയ്യുന്നത്. സോ 3ാമത്തെ തവണയാണ് ചൈനയിൽ വെച്ച് നടക്കുന്നത്. ഒഫീഷ്യൽ മസ്കോട്ട് ബിൻ ബിൻ ആൻഡ് നിനി, രണ്ടും ടൈഗേഴ്സ് ആണ് അല്ലേ. ബിൻ ബിൻ നിനി ടൈഗേഴ്സ് ആണ് ഏഷ്യൻ വിന്റർ ഗെയിംസിന്റെ ഒഫീഷ്യൽ മസ്കോട്ട്സ് ആയിട്ട് പറയാൻ വേണ്ടി സാധിക്കുന്നത്. മോട്ടോ എന്താണ്? ഡ്രീം ഓഫ് വിന്റർ ലവ് എമംഗ് ഏഷ്യ എന്നതാണ് അതിന്റെ മോട്ടോ. ഓക്കെ, ഡ്രീം ഓഫ് വിന്റർ ലവ് എമംഗ് ഏഷ്യ എന്നതാണ് അതിന്റെ ആ ഒരു മോട്ടോ. ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി മെഡൽ ടാലിയിൽ ടോപ്പ് വന്നതും ആര് തന്നെയാണ്? ചൈന തന്നെയാണ്. 85 മെഡൽ, 32 ഗോൾഡ് പ്ലസ് 27 സിൽവർ പ്ലസ് 26 ബ്രോൺസുമായിട്ട് ചൈന 1ാം സ്ഥാനത്ത്, റിപ്പബ്ലിക് ഓഫ് കൊറിയ 2ാം സ്ഥാനത്ത്, ജപ്പാൻ 3ാം സ്ഥാനത്ത് വരുന്നുണ്ട്. അതുകൂടെ ഓർത്ത് വെച്ചാൽ മതി. ഇനി ഇന്ത്യ ഇതിൽ മെഡലും കാര്യങ്ങളൊന്നും നേടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ത്യ ഡിഡ് നോട്ട് വിൻ എനി മെഡൽ ബട്ട് ഡെമോൺസ്ട്രേറ്റഡ് ഗ്രോത്ത് ഇൻ വിന്റർ സ്പോർട്സ്. വിന്റർ സ്പോർട്സ് ഇന്ത്യക്ക് കാര്യമായുള്ള നേട്ടങ്ങളൊന്നും പൊതുവെ ഉണ്ടാക്കാറില്ല. ഇന്ത്യ വളർന്നു വരുന്നേ ഉള്ളൂ. ഫോർ ദ ഫസ്റ്റ് ടൈം ഇന്ത്യ is fully funding its contingent for the Asian Winter Games under the assistance of National Sports Federation scheme. ഓക്കെ, സോ ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഫുൾ ഫണ്ടിങ്ങിൽ എന്താണ് അവരുടെ ടീമിനെ അയക്കുന്നത്. ഓർഗനൈസ്ഡ് ബൈ ദ ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ, OCA ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇന്റർനാഷണൽ സ്കേറ്റിംഗ് യൂണിയന് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ സൗദി അറേബ്യ വിൽ ഹോസ്റ്റ് 10th ഏഷ്യൻ വിന്റർ ഗെയിംസ് നിയോ 2029 എന്ന് പറയും. ഓക്കെ, 10ാമത്തെ ഏഷ്യൻ വിന്റർ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കാൻ വേണ്ടി പോകുന്ന രാജ്യം ഏതാണ്? അത് സൗദി അറേബ്യയാണ്. ഇറ്റ് വിൽ ബി ഫസ്റ്റ് വെസ്റ്റ് ഏഷ്യൻ കൺട്രി ടു ഹോസ്റ്റ് ദിസ് ഇവന്റ്. ഫസ്റ്റ് എഡിഷൻ നടക്കുന്ന 1987 ജപ്പാനിൽ സപ്പോറോയിൽ വെച്ചിട്ടാണ്. വരുൺ ചക്രവർത്തി ബിക്കം ഇന്ത്യ സെക്കൻഡ് ഓൾഡസ്റ്റ് ODI ഡെബ്യൂട്ടഡ്. വൺ ഡേ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കൂടി 2ാമത്തെ താരമായിട്ട് ആര് മാറി? വരുൺ ചക്രവർത്തി മാറിയിട്ടുണ്ട് അല്ലെ. തന്റെ 36ാമത്തെ വയസ്സ്, 36 വയസ്സും 138 ദിവസവും പ്രായമുള്ള സമയത്ത് ഇംഗ്ലണ്ടിനെതിരായിട്ട് 1974 അരങ്ങേറ്റം കുറിച്ച ഫറൂഖ് എഞ്ചിനീയർ ആയിരുന്നു ഇതുവരെ ഏറ്റവും പ്രായം കൂടിയ ഡെബ്യൂട്ടൻ. അതിൽ മാറ്റമൊന്നുമില്ല. പക്ഷെ ഏറ്റവും പ്രായം കൂടിയ 2ാമത്തെ ഡെബ്യൂട്ടന്റ് ആയിട്ട് 33 വയസ്സും 164 ദിവസവും പ്രായമുള്ള സമയത്ത് വരുൺ ചക്രവർത്തി അരങ്ങേറ്റം കുറിച്ചു. വരുൺ ചക്രവർത്തി made his ODI debut
ഡെബ്യൂട്ട് ഫോർ ഇന്ത്യ അറ്റ് ദ ഏജ് ഓഫ് 33. ഇദ്ദേഹം T20 ഓൾറെഡി മുൻപ് അല്ലെങ്കിൽ അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ട്. ഇതിലാണ് വൈകിപ്പോയത്. സോ 2025 ചാമ്പ്യൻസ് ട്രോഫിയിൽ വിജയിച്ച ടീമിൻ ഭാഗം കൂടിയായിരുന്നു ഇദ്ദേഹം. IPL കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ. സാം നൗജോമ, നമീബിയസ് ഫസ്റ്റ് പ്രസിഡന്റ് പാസ് അവേ 95. നമീബിയയുടെ ആദ്യ പ്രസിഡന്റ് ആയിരുന്ന സാം നൗജോം എന്താണ് റീസെന്റ് ആയിട്ട് മരണപ്പെട്ടു. അതുകൊണ്ട് തന്നെ നമീബിയയുടെ ആദ്യ പ്രസിഡന്റ് മാത്രമല്ല, നമീബിയയുടെ എന്താണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള ഫ്രീഡം നേടാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ പോരാടിയ വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഫ്രീഡം ഫൈറ്റർ എന്ന രീതിയിൽ ഫാദർ ഓഫ് ദ നമീബിയൻ നേഷൻ എന്ന പ്രത്യേകത കൂടി, അല്ലെങ്കിൽ ആ ഒരു പേര് കൂടി ഇദ്ദേഹത്തിനുണ്ട്. സാം നൗജോമ, നമീബിയസ് ഫസ്റ്റ് പ്രസിഡന്റ് ആൻഡ് ദ പ്രോമിനന്റ് ഫിഗർ ഇൻ ദ കൺട്രീസ് ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ്, passed away at the age of 95. Nkrumah played a pivotal role in leading Namibia to freedom from South Africa in 1990. അതുകൊണ്ട് ഫാദർ ഓഫ് ദ നമീബിയൻ നേഷൻ എന്ന പേരിലും ഇദ്ദേഹത്തെ വിളിക്കാറുണ്ട്. 1990 2005 ഇടയിലായിട്ട് ഇദ്ദേഹം എന്താണ് 3 തവണ നമീബിയയുടെ പ്രസിഡന്റായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. നജോമ വാസ് ഫൗണ്ടിംഗ് മെമ്പർ ആൻഡ് ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് സൗത്ത് വെസ്റ്റ് ആഫ്രിക്കൻ പീപ്പിൾസ് ഓർഗനൈസേഷൻ ഇൻ 1960. ബംഗ്ലാദേശ് ലോഞ്ചസ് ഓപ്പറേഷൻ ഡെവിൾ ഹണ്ട്. റീസെന്റ് ആയിട്ട് ബംഗ്ലാദേശിന്റെ ആ ഒരു ഇന്റേണൽ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കലാപങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ. അവരുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഷെയ്ഖ് ഹസീനയ്ക്ക് രാജ്യം തന്നെ ആ ഒരു രാജ്യത്തുണ്ടായ പ്രൊട്ടസ്റ്റ് കാരണം വിട്ടുപോവേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ അവിടെ ആ ഒരു ഇഷ്യൂസ് വരികയും ആ ഒരു ഗവൺമെന്റിനെ താൽക്കാലികമായിട്ട് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദ് യൂനുസ്, നൊബേൽ സമ്മാനമൊക്കെ ലഭിച്ചിട്ടുള്ള മുഹമ്മദ് യൂനുസ് മുന്നോട്ടേക്ക് വന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അങ്ങനെ ആ ഒരു ഇഷ്യൂസ് ഉണ്ടായ സമയത്ത് ഈ ഒരു ഷെയ്ഖ് ഹസീന രാജ്യം വിട്ട് പോയിട്ടും ആ ഒരു പ്രൊട്ടസ്റ്റ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു പ്രൊട്ടസ്റ്റിനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ബംഗ്ലാദേശ് ലോഞ്ച് ചെയ്ത പദ്ധതിയാണ് ഓപ്പറേഷൻ ഡെവിൾ ഹണ്ട്. ഓപ്പറേഷൻ ഡെവിൾ ഹണ്ട് വാസ് ലോഞ്ച്ഡ് ഇൻ ബംഗ്ലാദേശ്. എവിടെയാണ് ഇത് ലോഞ്ച് ചെയ്യപ്പെട്ടത്, അല്ലെങ്കിൽ ഏത് രാജ്യവുമായിട്ടാണ് ഓപ്പറേഷൻ ഡെവിൾ ഹണ്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ചോദിക്കാം. ടു കർബ് റൈസിംഗ് വയലൻസ് ടാർഗറ്റിംഗ് പ്രോപ്പർട്ടീസ് ലിങ്ക്ഡ് ഫോമർ ഷെയ്ഖ് PM ഷെയ്ഖ് ഹസീന ആൻഡ് അവാമി ലീഗ്. ഈ ഒരു ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടു പോയെങ്കിലും ഷെയ്ഖ് ഹസീനയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെയും അവരുടെ എന്താണ് വീടുകളും സാധനങ്ങളൊക്കെ ആളുകൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. സോ അത് അടിച്ചമർത്താൻ വേണ്ടി സ്വാഭാവികമായിട്ട് ഗവൺമെന്റ് അവരുടെ ഭാഗത്ത് നിന്ന് ആക്ഷൻസ് എടുക്കും അല്ലെ. അതാണ് ഓപ്പറേഷൻ ഡബിൾ ഹണ്ടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്ററിം ഗവൺമെന്റ് ലെഡ് മുഹമ്മദ് യൂനുസ് ഓർഡേർഡ് ക്രാക്ക് ഡൗൺ ആഫ്റ്റർ അറ്റാക്സ് ഇൻ ഗസിയാപൂർ ഡിസ്ട്രിക്ട് സ്പ്രെഡ് നേഷൻ വൈഡ്. രാജ്യത്തൊട്ടൊക്കെ ഈ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. RBI ലോഞ്ചസ് ബാങ്ക് ഡോട്ട് ഫിൻ ആൻഡ് ഫിൻ ഡോട്ട് ഇൻ ഫോർ സെക്യൂർ ഡിജിറ്റൽ ബാങ്കിങ്. നമ്മൾ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഡിജിറ്റൽ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സ്കാംസ് കണ്ടുവരികയാണല്ലേ. ഇപ്പം ഏതെങ്കിലും ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് നമുക്കറിയുന്ന, ഇപ്പം നമ്മുടെ ATM ലിങ്ക് ആയിട്ടുള്ള നമ്മുടെ അക്കൗണ്ടിൽ ഒരു ബാങ്ക്, ആ ബാങ്ക് ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചിലപ്പോൾ നമുക്ക് എന്താണ് മെസ്സേജ് വരാറുണ്ട് അല്ലേ. ഫോർ എക്സാമ്പിൾ SBI ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് SBI.gov.in എന്നൊക്കെയാണ് ഒഫീഷ്യൽ സൈറ്റിന്റെ പേരെങ്കിലും ഇപ്പൊ അതൊക്കെ മാറിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ എന്താണ് ഇവിടെ SBI എന്നതിന് പകരം SBL.gov. അവിടെ എന്താണ് GOV എന്നതിന് പകരം GOU.in എന്നൊക്കെ ഉണ്ടാവും അല്ലേ. സോ അവർ എക്സ്റ്റൻഷൻ ഒക്കെ മാറ്റമുണ്ടാവും. പക്ഷെ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ SBI ആണോ SBL ആണോ എന്നും നമ്മൾ ശ്രദ്ധിക്കില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഒരുപാട് രീതിയിൽ നമ്മൾ വിചാരിക്കുന്നതാണ് ഇത് ബാങ്കിന്റെ ഒഫീഷ്യൽ അല്ലേ, KYC ചെയ്യാൻ വേണ്ടി ബാങ്കിൽ അയക്കുന്നത്, നമുക്ക് ലിങ്ക് ധൈര്യമായിട്ട് ക്ലിക്ക് ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷെ എന്താണ് അത് ഫിഷിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റാസ് അപഹരിക്കാൻ വേണ്ടിയിട്ട് സ്കാമേഴ്സ് ചെയ്യുന്ന പരിപാടിയായിരിക്കും. അതുകൊണ്ട് ഗവൺമെന്റ് എന്ത് തീരുമാനിച്ചു, സാധാരണയായിട്ട് കണ്ടുവരുന്ന .in അല്ല .com അതുപോലുള്ള സാധനങ്ങൾ ഈ പറഞ്ഞ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ട, അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള bank.in അല്ലെങ്കിൽ fin.in നിങ്ങൾ ഇപ്പൊ നോക്കിയാൽ മതി. നിങ്ങളുടെ ബാങ്കിന്റെ ഒക്കെ എന്താണ് ഈ പറയുന്ന രീതിയിൽ ബാങ്കിന്റെ ഒക്കെ ലിങ്കും കാര്യങ്ങളും bank.in ഇപ്പം SBI.bank.in അല്ലെങ്കിൽ fin.in എന്ന രീതിയിലായിരിക്കും അവസാനിക്കുന്നുണ്ടാകും. ഇനി അത് സ്കാമേഴ്സിന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമെന്ന് വെച്ചാൽ ഇല്ല, സ്കാമേഴ്സിന് അത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. bank.in അല്ലെങ്കിൽ fin.in എന്ന് പറയുന്ന ആ ഒരു ഡൊമൈൻ നെയിംസ് നമ്മുടെ ഇന്ത്യയിൽ ഈ പറയുന്ന RBI അംഗീകൃത ബാങ്കുകൾക്കോ അല്ലെങ്കിൽ അതുപോലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ സ്കാമേഴ്സിന് ഒരു പരിധി വരെ തടയാൻ വേണ്ടി സാധിക്കും. സോ bank.in അതുപോലെ fin.in എന്ന രീതിയിൽ ഡിജിറ്റൽ ബാങ്കിങ് സെക്യൂർ ചെയ്യാൻ വേണ്ടി RBI ലോഞ്ച് ചെയ്ത ആ 2 ഡൊമൈൻ നെയിംസ് ഒന്ന് പഠിച്ചു വെക്കണം. ഇൻ ഓർഡർ ടു ബോൾസ്റ്റർ ട്രസ്റ്റ് ഇൻ ഡിജിറ്റൽ ബാങ്കിങ് ആൻഡ് റെഡ്യൂസ് ഫ്രോഡ് റിസ്ക്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI ഈസ് ലോഞ്ചിങ് എക്സ്ക്ലൂസീവ് ഇന്റർനെറ്റ് ഡൊമൈൻസ്. എന്തൊക്കെയാണ് bank.in അതുപോലെ fin.in ഇൻ ഇന്ത്യൻ ഫൈനാൻഷ്യൽ
ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, സോ ബാങ്ക് ഡോട്ട് ഇൻ, ഫിൻ ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ ഡൊമൈൻ നെയിംസ് പഠിച്ചു വെച്ചാൽ മതി. അസം ടു ഹോസ്റ്റ് വേൾഡ്സ് ലാർജസ്റ്റ് ജുമർ ഫെസ്റ്റിവൽ, ലോകത്തിൽ ഏറ്റവും വലിയ ജുമർ ഫെസ്റ്റിവൽ റീസെന്റ് ആയിട്ട് അസമിലെ ഗുവാഹത്തിയിൽ വെച്ച് കണ്ടക്ട് ചെയ്ത കാര്യമാണ് നമുക്ക് നോക്കാനുള്ളത്. അസം ഹോസ്റ്റഡ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ജുമർ ഡാൻസ് ഫെസ്റ്റിവൽ ഓൺ February 24, 2025 at സറുസജായ് സ്റ്റേഡിയം ഗുവാഹത്തി. സോ നമുക്ക് പഠിക്കാനുള്ള കാര്യം എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ ജുമർ ഫെസ്റ്റിവൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്ത് വെച്ച് റീസെന്റ് ആയിട്ട് നടന്നു എന്നതാണ് ചോദ്യം വരാൻ സാധ്യത. അതെവിടെയാണ്? അസമിൽ വെച്ചിട്ടാണ്. അസമിൽ ഗുവാഹത്തിയിൽ വെച്ചിട്ടാണ്. ഈ ഒരു ഫെസ്റ്റിവൽ ഒരു ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് കൂടെ സ്വന്തമാക്കിയിട്ടുണ്ട്. എന്ത് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡാണ് ഈ ഒരു ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട് സ്വന്തമാക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഏതാണ്ട് 8000-ഓളം പെർഫോമേഴ്സ്, എന്താണ് 8000-ഓളം പെർഫോമേഴ്സ് ഈ പറയുന്ന ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ദ ഫെസ്റ്റിവൽ സെറ്റ്സ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് വിത്ത് ഓവർ 8000 പെർഫോമേഴ്സ് ആസ് പാർട്ട് ഓഫ് അഡ്വാൻറ്റേജ് അസം 2.0 ഇൻവെസ്റ്റ്മെന്റ് സമ്മിറ്റ്. സോ ഗിന്നസ് വേൾഡ് റെക്കോർഡ് 8000-ഓളം പെർഫോമേഴ്സ് അവിടെ ഒന്നിച്ച് പെർഫോം ചെയ്തു എന്നാണ് ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അതൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡാണ്. ദ സെക്കൻഡ് എഡിഷൻ ഓഫ് ദിസ് അസം 2.0 സമ്മിറ്റ് റൺസ് ആഫ്റ്റർ അച്ചീവിംഗ് സക്സസ് ഇൻ പ്രീവിയസ് ലോഞ്ച് ഇൻ 2018. കറന്റ്ലി അസം 2.0 സമ്മിറ്റ്, ആ സമ്മിറ്റിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ജുമർ ഫെസ്റ്റിവൽ ഒക്കെ നടക്കുന്നത്. ഓക്കെ, സോ 2018 ഓൺവേർഡ്സ് ആണ് ഇതിന്റെ 2.0 അല്ലെങ്കിൽ അതിന്റെ അപ്ഡേറ്റഡ് വേർഷൻ ഒക്കെ വന്നത്. ദ ഫെസ്റ്റിവൽ ഹൈലൈറ്റ്സ് അസംസ് റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ്. ഇറ്റ് ഓൾസോ സെർവ് ആസ് എ ഗ്ലോബൽ പ്ലാറ്റ്ഫോം ടു അട്രാക്ട് ഇൻവെസ്റ്റേഴ്സ്. കൂടുതൽ എന്താണ്, ഫോറിൻ പീപ്പിൾ അല്ല ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന ലക്ഷ്യം കൂടെ ഇവിടെയുണ്ട്. വിരാട് കോഹ്ലി ബിക്കം ഫസ്റ്റ് ഇന്ത്യൻ ടു സ്കോർ 13,000 റൺസ് ഇൻ 2020 ക്രിക്കറ്റ്. നമ്മളിവിടെ 2020 എന്ന് പറയുന്നില്ല, ശ്രദ്ധിക്കണം, നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. T20 ഇന്റർനാഷണൽ എന്ന് പറയുന്നില്ല. T20 ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ കാര്യം മാറി. 2020 ക്രിക്കറ്റ് എന്ന് മാത്രം പറയുമ്പോൾ നമുക്ക് അന്താരാഷ്ട്ര മത്സരം കൂട്ടാം, ഡൊമസ്റ്റിക് മത്സരങ്ങൾ കൂട്ടാം, IPL പോലുള്ള കാര്യങ്ങൾ കൂട്ടാം. ഇതൊക്കെ നമുക്ക് കൂട്ടാൻ വേണ്ടി സാധിക്കും അല്ലേ. അത്തരത്തിൽ എന്താണ് 2020 ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് 13,000 റൺസ് തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായിട്ട് ആര് മാറിയിട്ടുണ്ട്? നമ്മുടെ വിരാട് കോഹ്ലി മാറിയിട്ടുണ്ട് അല്ലെ. വിരാട് കോഹ്ലി ഈ ഒരു നേട്ടം സ്വന്തമാക്കുന്ന, ഗ്ലോബലി നോക്കുന്ന സമയത്ത് ഈ നേട്ടം സ്വന്തമാക്കുന്ന 5ാമത്തെ താരമാണ് വിരാട് കോഹ്ലി. ക്രിസ് ഗെയിൽ, അലക്സ് ഹെയിൽസ്, ഷോയിബ് മാലിക്, കിരൺ പൊളാഡ് ഇവരൊക്കെ 13,000-ന് മേലെ റൺസ് 2020 ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. കാരണം ക്രിസ് ഗെയിലൊക്കെ ഒരുപാട് ഡൊമസ്റ്റിക് ടൂർണമെന്റ് കളിക്കാറുണ്ട്. ഇപ്പം പാകിസ്ഥാൻ പ്രീമിയർ ലീഗ്, ബിഗ് ബാഷ് ലീഗ്, അതുപോലെ സൗത്ത് ആഫ്രിക്ക പ്രീമിയർ ലീഗ്, IPL, അങ്ങനെ ഒരുപാട് ടൂർണമെന്റ് ഈ പറഞ്ഞ കിരൺ പൊള്ളാടും ക്രിസ് ഗെയിലും അലക്സ് ഹെയിൽസും ഷോയിബ് മാലിക്കും ഒക്കെ കളിക്കാറുണ്ട്. പക്ഷെ കോഹ്ലി എന്താണ് ആകെ IPL മാത്രമേ, IPL പിന്നെ അന്താരാഷ്ട്ര ടൂർണമെന്റ്സും മാത്രമേ കോഹ്ലി കളിക്കാറുള്ളൂ അല്ലേ. സോ അത്തരത്തിൽ എന്താണ് കോഹ്ലി 13,000 റൺസ് T20 ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് സ്വന്തമാക്കിയതാണ് നമുക്ക് നോക്കാനുള്ളത്. വിരാട് കോഹ്ലി ഹാസ് വൺസ് അഗെയിൻ ഡെമോൺസ്ട്രേറ്റഡ് ഹിസ് എൻഡ്യൂറിംഗ് ക്ലാസ് ബൈ ബിക്കമിംഗ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു സർപാസ് 13,000 റൺ മാർക്ക് ഇൻ 2020 ക്രിക്കറ്റ്. 2020 ക്രിക്കറ്റിൽ 13,000 റൺ എന്ന് പറയുന്ന ഒരു മാർക്ക് കഴിയുന്ന അല്ലെങ്കിൽ നേട്ടം സ്വന്തമാകുന്ന ആദ്യ ഇന്ത്യൻ താരമായിട്ട് മാറിയിട്ടുണ്ട്. The milestone achieved during IPL 2025 clash between RCB and മുംബൈ. RCB മുംബൈയും തമ്മിലുള്ള ഒരു ടൂർണമെന്റിലാണ് സ്വന്തമാക്കി, അല്ലെങ്കിൽ ആ ടൂർണമെന്റിലെ ഒരു മത്സരത്തിലാണ്. അതുപോലെ പരീക്ഷയ്ക്ക് വന്ന മറ്റൊരു ചോദ്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇൻ 2025 സീസൺ വിരാട് എച്ച്ഡ് ഹിസ് നെയിം into the records book by becoming the first player ever to register a combined total 1,000 fours and sixes in IPL history. IPL ബൗണ്ടറീസിനാണ്. ബൗണ്ടറി എന്ന് പറയുമ്പോൾ 6ഉം ആവാം 4ഉം ആവാം അല്ലെ. സോ രണ്ടിനെയും നമ്മൾ എന്താണ് ബൗണ്ടറി എന്നാണ്, ബൗണ്ടറി ലൈൻ കടത്തി കഴിഞ്ഞാൽ ബൗണ്ടറി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. സോ കമ്പൈൻഡ് ടോട്ടൽ 6ന്റെയും അതുപോലെ 4ന്റെയും എണ്ണം എടുത്താൽ 1000 ബൗണ്ടറീസ് സ്വന്തമാക്കിയ ആദ്യത്തെ പ്ലെയർ ആയിട്ട് കൂടെ നമുക്ക് ഇദ്ദേഹത്തെ പറയാൻ വേണ്ടി സാധിക്കും. ഇത് പരീക്ഷയ്ക്ക് വന്ന ചോദ്യമായിരുന്നു, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. രാം സാഹിബ് പാണ്ഡെ ഫോക്ക് ഡാൻസർ പോസിറ്റീവ്. ഒബിച്വറീസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യമാണ് അല്ലേ. വളരെ ഫേമസ് ആയിട്ടുള്ള ഫോക്ക് ഡാൻസറാണ് രാം സഹായ് പാണ്ഡെ. പത്മശ്രീ അവാർഡൊക്കെ ലഭിച്ചുള്ള വ്യക്തിയാണ്. സോ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്റർനാഷണലി റെനോൺഡ് ഫോക്ക് ഡാൻസ് ആർട്ടിസ്റ്റ് രാം സഹായ് പാണ്ഡെ, എ പത്മശ്രീ റെസിപ്പിയന്റ് ഡൈഡ്. പത്മശ്രീ അവാർഡൊക്കെ സ്വന്തമാക്കിയ വ്യക്തിയായിരുന്നു. He got Rai dance recognized 24 countries and established the ബന്ദൽകന്തി ലോക് നൃത്യ നാട്യ കലാ പരിഷത്ത്. റായ് ഡാൻസ്, അതായത് റായ് ഡാൻസ് എന്ന് പറഞ്ഞൊരു ഫോക്ക് ഡാൻസ് ഫോമാണ്. ആ ഒരു ഡാൻസ് ഫോം ഏതാണ്ട് ലോകത്ത് 24 രാജ്യങ്ങളിൽ പ്രദർശിപ്പിച്ച്, അല്ലെങ്കിൽ ആ രീതിയിൽ 25 രാജ്യങ്ങളിലേക്ക് എത്തിച്ചൊരു വ്യക്തി കൂടിയാണ്. അതുപോലെ തന്നെ ബണ്ടൽഖണ്ഡി ലോക് നൃത്യ നാട്യ കലാപരിഷത്തിന്റെ സ്ഥാപകനാണ്. അതുകൂടെ ഓർത്ത് വെച്ചാൽ മതി. എന്തുകൊണ്ടാണ് ബണ്ടൽഖണ്ഡി ലോക് നൃത്യനാട്യ
കലാപരിഷത്ത് എന്ന പേര് വന്നതെന്ന് ചോദിച്ചാൽ ഈ റായ് ഡാൻസ് ഏറ്റവും ഫേമസ് ആയിരിക്കുന്നത് ബുണ്ടൽഖണ്ഡ് എന്ന് പറഞ്ഞ പ്രദേശത്താണ്. 2022 ഇതൊക്കെ കൊണ്ട് തന്നെ റായ് ഡാൻസുമായിട്ട് ബന്ധപ്പെട്ട് അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം സ്വീകരിച്ച നടപടികളുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് 2002 രാജ്യം പത്മശ്രീ അവാർഡ് നൽകി ആദരിച്ചിട്ടുണ്ടായിരുന്നു. 1980 1980 നൃത്യ ശിരോമണി അവാർഡും ഇദ്ദേഹത്തിന് നൽകി. UK set to host the 2035 ഫിഫ വുമൺസ് വേൾഡ് കപ്പ്. അപ്കമിംഗ് ആയിട്ട് 2035 നടക്കാനിരിക്കുന്ന ഫിഫ വുമൺസ് വേൾഡ് കപ്പ് സ്ത്രീകളുടെ എഡിഷൻ ആണ്. അതെന്താണ് 2035 മാത്രമല്ല 31 പ്രഖ്യാപിച്ചിട്ടുണ്ട്. സോ 2035 ഫിഫ വുമൺസ്, ഓക്കെ, രണ്ടും മാറിപ്പോകരുത്, വുമൺസ് ആണ്. ഇപ്പൊ മെൻസിന്റെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം. സോ ഫിഫ വുമൺസ് വേൾഡ് കപ്പ് എന്താണ് USA-യിലും UK-യിലുമായിട്ട് നടക്കാൻ വേണ്ടി പോവുകയാണ്. 2031 USA-യിലും 2035 UK-യിലുമാണത് നടക്കാൻ വേണ്ടി പോകുന്നത്. 2031 and 2035 Women's Football World Cups are set to take place in USA and UK. USA-യിലും UK-യിലുമായിട്ടാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. FIFA announced that the sole bids for 2031 and 2035 women's football tournaments were submitted by the യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് യുണൈറ്റഡ് കിങ്ഡം റെസ്പെക്റ്റീവ്ലി. സോ ആ ഒരു രണ്ട് രാജ്യങ്ങൾ ഇപ്പം 2027 എവിടെയാണ് നടക്കാൻ വേണ്ടി പോകുന്നതെന്ന് അറിയോ? അതുകൊണ്ട് നമുക്ക് നോക്കാം അല്ലേ. 2027 ബ്രസീലിൽ വെച്ചിട്ടാണ് അടുത്ത വർഷം ബ്രസീലിൽ വെച്ചിട്ടാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. സോ 4 വർഷം കൂടുമ്പോഴല്ലേ ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത്. സോ ഒരു 2027 ബ്രസീൽ, 2031 USA, 2035 UK. It would be the third time that the USA has hosted the women's ഫുട്ബോൾ ടൂർണമെന്റ്. മൂന്നാമത്തെ തവണയാണ് ഈ പറയുന്ന USA എന്താണ് ആതിഥേയത്വം വഹിക്കാൻ വേണ്ടി പോകുന്നത്. ഇറ്റ് വുഡ് ബി ദ ഫസ്റ്റ് വേൾഡ് കപ്പ് പ്ലേഡ് ഓൺ ഇംഗ്ലീഷ് സോയിൽ സിൻസ് 1966 മെൻസ് എഡിഷൻ, വൈൽ ദ മെൻസ് യൂറോസ് വിൽ ബി ഹോസ്റ്റഡ് ഇൻ ദ UK ആൻഡ് അയർലൻഡ് 2028. സ്ത്രീകളുടെ ഫിഫ വുമൺസ് വേൾഡ് കപ്പ് എഡിഷൻ ഉണ്ടല്ലോ, അത് ഇതുവരെ ഇംഗ്ലീഷ് സോയിൽ അല്ലെങ്കിൽ UK-യിൽ വെച്ച് നടന്നിട്ടില്ല. ഓക്കെ, അതുകൂടെ ഓർത്ത് വെച്ചാൽ മതി. ഇനി പുരുഷന്മാരുടെ നടന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. 1966 പുരുഷന്മാരുടെ ഫിഫ വേൾഡ് കപ്പ് എഡിഷൻ ഈ പറയുന്ന ഇംഗ്ലണ്ടിൽ വെച്ചിട്ട് UK-യിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ഇനി 2028 UK-യിലും അയർലൻഡിലുമായിട്ട് മെൻസ് യൂറോ കപ്പ് നടക്കാനും പോവുകയാണ്. അതൊന്ന് ഓർത്ത് വെച്ചോ, അതൊക്കെ ശുദ്ധിയായിട്ട് വരാം. അതുപോലെ നെക്സ്റ്റ് വുമൻസ് വേൾഡ് കപ്പ് 2027 ബ്രസീലിൽ വെച്ച് നടക്കാൻ വേണ്ടി പോവുകയാണ്. അതൊന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, മൗറീഷ്യസ് ബിക്കംസ് ഫസ്റ്റ് ആഫ്രിക്കൻ കൺട്രി ടു സൈൻ ISA's കൺട്രി പാർട്ണർഷിപ്പ് ഫ്രെയിംവർക്ക്. ഇന്റർനാഷണൽ സോളാർ അലയൻസ്, ഇന്ത്യ അതുപോലെ ഫ്രാൻസ് 2015 ഈ രണ്ട് രാജ്യങ്ങൾ മുൻകൈ എടുത്തു വന്നൊരു ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷനാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ്. സോ ആ ഒരു ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ ഭാഗമായിട്ട് ആര് കൂടെ വരാൻ വേണ്ടി പോവുകയാണ്? മൗറീഷ്യസ് കൂടെ വരാൻ വേണ്ടി പോവുകയാണ്. കൺട്രി പാർട്ണർഷിപ്പ് ഫ്രെയിംവർക്കിലേക്ക് CPF എന്ന് പറയും. ഓക്കെ, അതിലേക്ക് മൗറീഷ്യസ് വരാൻ വേണ്ടി പോവുകയാണ്. മൗറീഷ്യസ് ഹാസ് ബിക്കം ദ ഫസ്റ്റ് ആഫ്രിക്കൻ കൺട്രി ടു സൈൻ എ കൺട്രി പാർട്ണർഷിപ്പ് ഫ്രെയിംവർക്ക് വിത്ത് ഇന്റർനാഷണൽ സോളാർ അലയൻസ് ISA അഥവാ ഇന്റർനാഷണൽ സോളാർ അലയൻസുമായിട്ട് ഒരു കൺട്രി പാർട്ണർഷിപ്പ് ഫ്രെയിംവർക്ക് ലോഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ ഭാഗമാവുന്ന, അതിൽ ഒപ്പുവയ്ക്കുന്ന ആദ്യത്തെ ആഫ്രിക്കൻ കൺട്രിയായിട്ട് നമുക്ക് ആരെ പറയാം? മൗറീഷ്യസിന് പറയാൻ വേണ്ടി സാധിക്കും അല്ലേ. ഇറ്റ് ഈസ് ഓൾസോ ദ ഫോർത്ത് കൺട്രി ഗ്ലോബലി ആഫ്റ്റർ ബംഗ്ലാദേശ്, ഭൂട്ടാൻ ആൻഡ് ക്യൂബ ടു സൈൻ CPF. ഇനി ഗ്ലോബലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ എന്താണ് ഒപ്പുവയ്ക്കുന്ന നാലാമത്തെ രാജ്യമായിട്ട് പറയല ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ക്യൂബ, ഇവരൊക്കെ എന്താണ് CPF-ഉമായിട്ട് ബന്ധപ്പെട്ട ഗ്ലോബലി ഒപ്പുവെച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഇതൊക്കെ ഏഷ്യൻ കൺട്രീസ് ആണ്. ബംഗ്ലാദേശ്, ഭൂട്ടാനൊക്കെ ഏഷ്യൻ കൺട്രിയാണ്. പക്ഷെ മൗറീഷ്യസ് ആഫ്രിക്കൻ കൺട്രിയാണ്. ഈ ഒരു നേട്ടം സ്വന്തമാക്കുന്ന ആദ്യത്തെ ആഫ്രിക്കൻ കൺട്രി എന്നാണ് നമ്മൾ അവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞത്. ആ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. ദിസ് പാർട്ണർഷിപ്പ് എയിംസ് ടു പ്രൊവൈഡ് സ്ട്രക്ചേർഡ് അപ്രോച്ച് ഫോർ കൊളാബറേഷൻ ബിറ്റ്വീൻ ഇന്റർനാഷണൽ സോളാർ അലയൻസ് ആൻഡ് മൗറീഷ്യസ് സോളാർ എനർജി ഇനീഷ്യേറ്റീവ്സ് അലൈനിങ് വിത്ത് ദ കൺട്രീസ് നാഷണൽ പ്രയോറിറ്റീസ്. തീർച്ചയായിട്ടും ഇന്റർനാഷണൽ സോളാർ അലയൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മൗറീഷ്യസ് കൂടെ ഒരു ഭാഗമാവുകയാണ് അല്ലേ. ഇന്റർനാഷണൽ സോളാർ അലയൻസ് ഇസ് എ ട്രീറ്റി ബേസ്ഡ് ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ലോഞ്ച്ഡ് ഇൻ 2015 ബൈ India and France aimed at promoting solar energy as a sustainable solution for energy access and climate change with the goal of mobilizing $1 trillion in solar investment by 2030. 2015 ഇന്ത്യയും ഫ്രാൻസിന്റെയും നേതൃത്വത്തിലാണ് വന്നൊരു ഇന്റർനാഷണൽ ഗവൺമെന്റൽ ഓർഗനൈസേഷനാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ്. മെയിനായിട്ട് സോളാർ എനർജി ലോകത്തൊട്ട് വ്യാപിപ്പിക്കുക, നമ്മൾ ഉപയോഗിച്ച് വരുന്ന കൺവെൻഷണൽ എനർജിയിൽ നിന്നുണ്ടാവുന്ന കാർബൺ എമിഷനും കാര്യങ്ങളും പരമാവധി കുറച്ചിട്ട് ഒരു സസ്റ്റൈനബിൾ സൊല്യൂഷൻ എന്താണ് എനർജി പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവരാനാണ്
അതുപോലെ 2030 ഏതാണ്ട് $1 ട്രില്യൺ സോളാർ ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യം കൂടി ഇവിടെയുണ്ട്. മധ്യപ്രദേശ് ഡിക്ലെയർസ് ന്യൂ വൈൽഡ് ലൈഫ് സാങ്ച്വറി നെയ്മഡ് ആഫ്റ്റർ ഡോക്ടർ BR അംബേദ്കർ. റീസെന്റ് ആയിട്ട് മധ്യപ്രദേശിലെ സാഗർ ഡിസ്ട്രിക്റ്റിൽ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി വരാൻ വേണ്ടി പോവുകയാണ്. വന്നിട്ടുണ്ട്, നമ്മളിപ്പോൾ പറയുമ്പോൾ വന്നിട്ടുണ്ട്. അതിന് ആരുടെ പേര് കൊടുത്തു എന്ന് വെച്ചാൽ ഡോക്ടർ BR അംബേദ്കർ അഥവാ ഭീംറാവു അംബേദ്കറിന്റെ പേരിലാണ് ഇത് അറിയപ്പെടാൻ വേണ്ടി പോകുന്നത്. 25ാമത്തെ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് മധ്യപ്രദേശിൽ വരാൻ വേണ്ടി പോകുന്നത്. ഡോക്ടർ ഭീംറാവു അംബേദ്കർ അഭ്യരൺ എന്നാണ് അതിന്റെ പേര്. മധ്യപ്രദേശ് ഹാസ് ഡിക്ലെയർഡ് ന്യൂ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇൻ സാഗർ ഡിസ്ട്രിക്ട്. എവിടെയാണ്? മധ്യപ്രദേശിലെ സാഗർ ഡിസ്ട്രിക്റ്റിലാണ്. നെയ്മഡ് ഡോക്ടർ ഭീംറാവു അംബേദ്കർ അഭ്യരൺ. ദിസ് ഈസ് 25th വൈൽഡ് ലൈഫ് സാങ്ച്വറി സ്റ്റേറ്റ്. മധ്യപ്രദേശ് സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ 25ാമത്തെ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട് കൂടി ഇതിനെ പറയാം അല്ലെ. ദ സാങ്ച്വറി ഈസ് ഡെഡിക്കേറ്റഡ് ഡോക്ടർ BR അംബേദ്കർ ആൻഡ് aims to enhance wildlife conservation and honors legacies ഉണ്ട്. ഡോക്ടർ BR അംബേദ്കറിന്റെ പേരിലാണ് ഈ പറഞ്ഞ വൈൽഡ് ലൈഫ് സാങ്ച്വറിയും കാര്യങ്ങളും അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ 134ാമത്തെ ബർത്ത് ആനിവേഴ്സറി നമ്മൾ ഏപ്രിൽ 14 സെലിബ്രേറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. മധ്യപ്രദേശിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ എന്താണ് ടൈഗർ സ്റ്റേറ്റ് എന്ന രീതിയിലൊക്കെ നമ്മൾ അറിയുന്ന സ്റ്റേറ്റ് ആണ്. ഓൾറെഡി അവിടെ എന്താണ് കൻഹ, അതുപോലെ തന്നെ ബാന്ധഗർ, അതുപോലെ പെഞ്ച്, സത്പുര, പന്ന പോലുള്ള ടൈഗർ റിസർവ്സ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെയുള്ള പന്ന ഡയമണ്ട് മൈൻസും കാര്യങ്ങളൊക്കെ ഉള്ള സംസ്ഥാനമാണ് ഈ പറയുന്ന മധ്യപ്രദേശ്. ഇന്ത്യയുടെ ഹാർട്ട് എന്ന രീതിയിലൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്, കാരണം മധ്യത്തിലാണല്ലോ നിൽക്കുന്നത്. ക്രിക്കറ്റ് അറ്റ് ലോസ് ആഞ്ചലസ് 2028 ഒളിമ്പിക്സ്. 2024 പാരീസ് ഒളിമ്പിക്സ് കഴിഞ്ഞ് നമ്മളിനി വെയിറ്റ് ചെയ്യുന്നത് 2027 നടക്കാൻ വേണ്ടി പോകുന്ന ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സ് ആണ് അല്ലേ. സോ ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിലേക്ക് ക്രിക്കറ്റ് കൂടെ വരാൻ വേണ്ടി പോവുകയാണെന്നതാണ് നമ്മൾ കേൾക്കുന്ന വാർത്ത. ചരിത്രത്തിൽ ആദ്യമായിട്ടാണോ ക്രിക്കറ്റ് ഒളിമ്പിക്സിന്റെ ഭാഗമാകുന്നതെന്ന് ചോദിച്ചാൽ അല്ല. 1998 എന്താണ് ഈ പറയുന്ന രീതിയിൽ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട ആദ്യമായിട്ടാണ് ഈ ഒരു കാര്യം. കോമൺവെൽത്ത് ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട മുൻപുണ്ട്. ഓക്കെ, ദ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഹാസ് ഒഫീഷ്യലി അപ്രൂവ്ഡ് ദ റിട്ടേൺ ഓഫ് എ ക്രിക്കറ്റ് 2028 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സ് ഗെയിംസ് ഫീച്ചറിംഗ് 6 മെൻസ് ആൻഡ് 6 വുമൻസ് ടീം, T20 ടീംസ് ഈച്ച് വിത്ത് 15 പ്ലേയേഴ്സ്. അതായത് 6 മെൻസ് ടീമും 6 വുമൻസ് ടീമും 15 പ്ലേയേഴ്സ് ഓരോ ടീമിലും, അതായത് സ്ക്വാഡ് രൂപീകരിക്കാമെന്ന് പറഞ്ഞു. ദ ഡിസിഷൻ മാർക്കിംഗ് എ മേജർ മൈൽ സ്റ്റോൺ ഫോർ ദ സ്പോർട്സ് വിച്ച് അപ്പിയർഡ് ഇൻ ദ ഒളിമ്പിക്സ് 128 ഇയേഴ്സ്. 128 വർഷങ്ങൾക്ക് മുൻപ് 1900 പാരീസ് ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. അന്ന് ഗ്രേറ്റ് ബ്രിട്ടനും ഫ്രാൻസും, ഇത് ഞാനത് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അന്നതൊരു ഒഫീഷ്യൽ ഇവന്റ് അല്ലെങ്കിൽ ഒരു മേജർ ടൂർണമെന്റ് ആയിട്ടൊന്നല്ല നടന്നത്. അതായത് 1900 പാരീസ് ഒളിമ്പിക്സ് നടക്കുന്ന സമയത്ത് അവിടെ ഒരു ഞാനിവിടെ ഒരു കാര്യം കൂടി പറഞ്ഞു. ഞാനിവിടെ 128 പെട്ടെന്ന് എനിക്കും കൺഫ്യൂഷൻ ആയതാണ്. 128 എന്ന് പറയുമ്പോൾ 1900 കഴിഞ്ഞിട്ട് 2028 എത്തുമ്പോഴാണ് 128. ഞാൻ പെട്ടെന്ന് 2026 വെച്ചിട്ടാണ് ഞാനും കൂട്ടുന്നത്. എനിക്ക് പെട്ടെന്ന് കൺഫ്യൂഷനായി. എങ്ങനെയാണ് 128? ഇനി എന്നോട് എഴുതിയ മാറിപ്പോയതാണോ? പിന്നെയാണ് ആലോചിച്ചത് 1900 കഴിഞ്ഞിട്ട് 2028 വരും 128 വർഷമല്ലേ. സോ 1900 നമ്മുടെ എന്താണ് ഒളിമ്പിക്സ് നടന്നിട്ടുണ്ട് അല്ലെ. ആ ഒളിമ്പിക്സിൽ ഗ്രേറ്റ് ബ്രിട്ടനും അതുപോലെ ഫ്രാൻസുമായിട്ട് ഒരു മത്സരമുണ്ട്. ആ ഒരു മത്സരത്തിന് ശേഷം പിന്നീട് ഒരിക്കലും ക്രിക്കറ്റ് ഭാഗമായിട്ടില്ല. പക്ഷെ കോമൺവെൽത്ത് ഗെയിംസ് അതുപോലുള്ള മത്സരങ്ങളിലൊക്കെ എന്താണ് ക്രിക്കറ്റ് ഭാഗമായിട്ടുണ്ട്. അതാണ് രണ്ടും കൂടിയായിട്ട് എനിക്ക് കൺഫ്യൂഷൻ ആയതാണ്. ഞാൻ ഒന്നുകൂടെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. 2028 ഒളിമ്പിക്സിൽ ലോസ് ആഞ്ചലസിലാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ക്രിക്കറ്റ് തിരിച്ചു വരികയാണ്. ക്രിക്കറ്റ് ഇതിനു മുൻപ് ഒളിമ്പിക്സിൽ ഭാഗമായിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. 1900 പാരീസ് ഒളിമ്പിക്സിൽ ഭാഗമായിട്ടുണ്ട്. അന്ന് ഗ്രേറ്റ് ബ്രിട്ടനും ഫ്രാൻസും എന്താണ് മത്സരിച്ചിട്ടുണ്ട്, ഒളിമ്പിക്സിൽ മത്സരിച്ചിട്ടുണ്ട്. സോ 2028 എത്തുമ്പോൾ 128 വർഷങ്ങൾ കംപ്ലീറ്റ് ആവും അല്ലെ. അങ്ങനെ 128 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പറയുന്ന രീതിയിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുന്നത്. ഇന്ത്യൻ മെൻ ആൻഡ് ന്യൂസിലാൻഡ് വുമൺ ആർ ദ കറന്റ് T20 ചാമ്പ്യൻസ്, വേൾഡ് ചാമ്പ്യൻസ്. നമ്മൾ ഇന്ത്യയാണ് നമുക്കറിയാം അല്ലെ. ഇന്ത്യയാണ് കറണ്ട് T20 വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട് വേൾഡ് ചാമ്പ്യൻസ് എന്നറിയാം. സോ എ മെൻസ് ക്രിക്കറ്റ് ടൂർണമെന്റ് വാസ് ഹെൽഡ് അറ്റ് 1998 കോമൺവെൽത്ത് ഗെയിംസ് ഇൻ കോലാലംപൂർ. വൈൽ വുമൻസ് ഗെയിം എന്താണ് കോമൺവെൽത്ത് ഗെയിംസ് 2022 ബിർമിംഗ്ഹാമിലാണ് ആദ്യമായിട്ട് വന്നത്. ഓക്കെ, ഇതിൽ വുമൻസിന്റെ മാറിയിട്ടുണ്ട്. വുമൻസിന്റെ ടൂർണമെന്റ് ഒക്കെ അപ്കമിംഗ് ആയിട്ട് വരാനിരിക്കുകയാണ്. അതൊക്കെ മാറും. അപ്പം മെൻസ് ഇപ്പം 2026 ആയാലും ഇന്ത്യ തന്നെയാണ് വിജയിച്ചുള്ളത്, അതിൽ മാറ്റമൊന്നുമില്ല. പത്മശ്രീ അവാർഡ് ദാരിപ്പള്ളി രാമയ്യ വനജീവി എന്ന് വിളിക്കും. ഡൈസൈഡ് 87. 87ാമത്തെ വയസ്സിൽ പത്മശ്രീ സ്വന്തമാക്കിയെന്നല്ലേ. പത്മശ്രീ അവാർഡൊക്കെ സ്വന്തമാക്കിയിട്ടുള്ള വനജീവി എന്ന പേരിൽ അറിയപ്പെടുന്ന ദാരിപ്പള്ളി രാമയ്യ തന്റെ 87ാമത്തെ വയസ്സിൽ
മരണപ്പെട്ടു. ചേട്ടു രാമയ്യ വനജീവ് എന്ന പേരിലൊക്കെയാണ് അദ്ദേഹത്തെ വിളിക്കാറുള്ളത്. ദാരിപ്പള്ളി രാമയ്യ, എ ഡെഡിക്കേറ്റഡ് എൻവയോൺമെന്റലിസ്റ്റ് ആൻഡ് പത്മശ്രീ അവാർഡ്, പാസ്ഡ് അവേ അറ്റ് 87 ഇൻ തെലുങ്കാന. 2017 നമ്മുടെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. എൻവയോൺമെന്റൽ കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം നൽകിയ കോൺട്രിബ്യൂഷൻസിനാണ് ഈ അവാർഡും കാര്യങ്ങളും നൽകിയത്. 2005 നമ്മുടെ രാജ്യം വനമിത്ര അവാർഡ് നൽകിയിട്ട് കൂടി ഇദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് കൂടെ ഒന്ന് ഓർത്തു വെക്കണം. മിൽക്ക് ഫെഡ് ലോഞ്ചസ് വീര മസ്കോഡ് ഫോർ വർക്ക ടു ബൂസ്റ്റ് നാഷൻ വൈഡ് പ്രസൻസ്. മിൽക്കി ഫെഡ് അല്ലെ, നമ്മുടെ അമൂലും അതുപോലെ മിൽമയൊക്കെ പോലെ തന്നെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് മിൽക്കി ഫെഡ്. അവരെന്താണ്, അവർ റീസെന്റ് ആയിട്ട് അവരുടെ മസ്കോട്ടിന് ലോഞ്ച് ചെയ്ത് ഈ ഒരു ഫിഗറിൽ കാണുന്ന ഒരു കൊച്ചു സിക്ക് കുട്ടിയില്ല, അതാണ് വീര. ഈ വീര എന്ന പേരിലാണ് അവരുടെ മസ്കോട്ട് അവർ അവതരിപ്പിച്ചത്. ഇൻ പഞ്ചാബ്, മിൽക്ക് ഫെഡ്, ദ സെവൻത് ലാർജസ്റ്റ് പഞ്ചാബ് ബേസ്ഡ് മിൽക്ക് കോപ്പറേറ്റീവ് ഓഫ് ഇന്ത്യ, has launched its mascot Veera for its dairy brand Verka. അവരുടെ ഡയറി ബ്രാൻഡ് ആയിട്ടുള്ള വെർക്കയ്ക്കുള്ള അവർക്കയുടെ മുഖമുദ്രയായിട്ട് ഇനി എന്താണ് വീര എന്ന് പറഞ്ഞ ഒരു കുട്ടിയെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതുപോലെ ഓരോരോ ഇപ്പൊ ഭീമയിലൊക്കെ നമ്മൾ കാണാറില്ലേ, 2 ട്രൗസറിലും 2 കാലും ഒരു പാന്റിന്റെ ഉള്ളിലിട്ട കുട്ടിയൊക്കെ, അതുപോലെയുള്ള ഓരോ കാര്യങ്ങളാണ് വരുന്നത്. ആ കുട്ടികളൊക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. PM Modi inaugurates a Vanthara, an animal rescue and conservation center in ഗുജറാത്ത്. റീസെന്റ് ആയിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ധാര എന്ന പേരിൽ ഒരു അനിമൽ റെസ്ക്യൂ ആൻഡ് കൺസർവേഷൻ സെന്റർ ഗുജറാത്തിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇത് പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. ആ ഒരു റെസ്ക്യൂ സെന്ററിന്റെ പേര് എന്താണ്, അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഇനി ക്ലാസ് ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ. അതായത് ഇപ്പം കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന രീതിയിൽ കാർബൺ ക്രെഡിറ്റും കാര്യങ്ങളും വിവിധ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളോട് ഏൺ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. കാരണം പല കമ്പനീസും, പ്രത്യേകിച്ച് റിലയൻസ് പോലുള്ള കമ്പനീസ്, അവർക്ക് റിഗും മൈനിങ് ഒക്കെ ഉണ്ടല്ലേ. സോ ഇവർ മൈനിങ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുമ്പോൾ അത് പ്രകൃതിക്ക് നല്ല രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാകുന്നുണ്ട്. പ്രകൃതിയിൽ എന്താണ് ക്ലൈമറ്റ് ആക്ഷൻ അതുപോലെ ഇഷ്യൂസ് ഇവരുടെ ആ ഒരു ഡെവലപ്മെന്റ് കാരണം ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ ഉണ്ടാക്കി പ്രകൃതിയെ നമുക്ക് വികസനം നടത്തിയ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇവരിങ്ങനെ പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ട് വികസനം ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ്, അതിന് ഈക്വലന്റ് ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പ്രകൃതിയിൽ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു സ്ഥലത്ത് എന്താണ്, നമുക്കിപ്പോൾ അനുയോജ്യമുള്ള ഒരു സ്ഥലം കിട്ടി, അവിടെ നിന്നൊരു 100 മരങ്ങൾ മുറിക്കേണ്ട ഒരു അവസ്ഥ അവിടെ വരികയാണ്. ഓക്കെ, അവിടെ എന്താണ്, ഇപ്പം നമുക്ക് എല്ലാ കാര്യവും എല്ലാവരും ചെയ്യാൻ വേണ്ടി പറ്റത്തൊന്നുമില്ലല്ലോ. ഈ പറഞ്ഞ മൈനിങ് അനുബന്ധിച്ച സ്ഥലത്തേ ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലാതെ എല്ലാ പ്രദേശം കൊണ്ട് ഒരു മൈനിങ് ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. സോ ആ പ്രദേശത്ത് ചിലപ്പോൾ ഒരു 100 മരങ്ങൾ മുറിക്കേണ്ടി വന്നു എന്ന് വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് 100 മരങ്ങൾ നട്ടിരിക്കണം. ആ മുറിച്ച മരത്തിന് ഈക്വൽ ആയിട്ട് നട്ടിരിക്കണം. അതുപോലെ എൻവയോൺമെന്റിനെ കൺസേർവ് ചെയ്യാൻ വേണ്ടി ഒരു പരിപാടി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി എന്താണ് പ്രധാനമന്ത്രിയൊക്കെ ചില കാര്യങ്ങളൊക്കെ ലോഞ്ച് ചെയ്യേണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന രീതിയിൽ വളരെ ഏക്കർ കണക്കിന് വരുന്ന ഒരു ഏരിയ തന്നെ വന്ധാര എന്ന പേരിൽ അവിടെ നമുക്ക് ഫ്രഷ് വാട്ടർ പോലുള്ള കാര്യങ്ങൾ, ഒരുപാട് മൃഗങ്ങളെ സംരക്ഷിക്കുന്നു, കാടുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഏക്കർ കണക്കിന് ഈ പറയുന്ന അംബാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെന്തിനാണ്, ഈ പറയുന്ന കാർബൺ ക്രെഡിറ്റും കാര്യങ്ങളും വരും ഭാവിയിൽ ഒരു നിർണായക കാര്യമായിട്ട് മാറുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോഴേ അവൻ ലോഞ്ച് ചെയ്തത്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അതുപോലെ തന്നെ പ്രാണിമിത്ര നാഷണൽ അവാർഡ് 2025 അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ ഈ പറഞ്ഞ വന്ധാരയ്ക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. മുകേഷ് ധീരുഭായ് അംബാനിയാണ് ഇതിന്റെ തലപ്പത്ത് വരുന്നത്. മെയിനായിട്ട് നോക്കുന്നത് അദ്ദേഹത്തിന് മകനായിട്ടുള്ള അനന്ത് അംബാനിയാണെന്ന് തോന്നുന്നു. അനന്ത് അംബാനിയുടെ ഫിഗേഴ്സ് ഒക്കെയാണ് മെയിനായിട്ട് വന്ധാരയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാനൊക്കെ സാധിക്കുന്നത്. ദ പ്രോഗ്രാം ക്ലെയിംസ് ടു ഹാവ് സിൻസ് റെസ്ക്യൂഡ് ഓവർ 200 എലിഫൻസ് ആൻഡ് thousands of other animals, reptiles and birds from unsafe situations, including rhinos, leopards and crocodiles. സോ ഇതുപോലെയുള്ള മൃഗങ്ങളെയൊക്കെ പരിപാലിക്കുന്നുണ്ട്, ഞങ്ങൾ പ്രകൃതിയെ സംരക്ഷിക്കുന്നുണ്ടെന്ന് കാണിക്കാനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. സുപ്രീം കോർട്ട് അഡ്വക്കേറ്റ്സ് ഫോർ ഡിസബിലിറ്റി റൈറ്റ്സ് ആസ് എ ഫണ്ടമെന്റൽ. ഡിസബിലിറ്റി റൈറ്റ്സ് അല്ലേ, പല രീതിയിൽ ഡിസേബിൾ ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. ചില ആളുകൾ എന്താണ്, കണ്ണിന് എന്താണ് കാഴ്ചശക്തി ഇല്ലാത്ത ആളുകളുണ്ടാവും, ജന്മന കാലിനും അല്ലെങ്കിൽ കൈക്ക് നടക്കാൻ പറ്റാത്തവരെ, സംസാരിക്കാൻ വേണ്ടി പറ്റാത്തവർ, അങ്ങനെ പല രീതിയിൽ വൈകല്യങ്ങൾ ഉണ്ടാവുന്ന ആളുകളുണ്ട് അല്ലെ. ജന്മന ഉണ്ടാവുന്നതോ അല്ലെ പിന്നീട് സാഹചര്യം കാരണമോ ഒക്കെ ഉണ്ടാകുന്ന ആളുകളുണ്ട്. സോ ഇത്തരത്തില് ഡിസേബിലിറ്റി റൈറ്റ്സ് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് പ്രഖ്യാപിക്കണം എന്ന രീതിയിലൊരു തീരുമാനം അല്ലെങ്കിൽ ഒരു ചർച്ച സുപ്രീം കോടതി കൊണ്ടുവന്നതാണ് നമുക്ക് നോക്കാനുള്ളത്. ഒരു പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. ദ സുപ്രീം കോർട്ട് ഹാസ് റൂൾഡ് ദാറ്റ് വിഷ്വലി ഇംപയർഡ് കാൻഡിഡേറ്റ്സ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ജുഡീഷ്യൽ സർവീസ് എക്സാം, affirming that the right against disability-based discrimination and rights of a person with disabilities Act 2016 should be treated as a fundamental right. ഇത് വിഷ്വലി
ഇംപെയർഡ് ആയിട്ടുള്ള കുട്ടികൾ എന്താണ് ജുഡീഷ്യൽ സർവീസ് എക്സാം എഴുതുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസ് സുപ്രീം കോടതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ കേസിന്റെ വിധി പറയുന്ന കൂട്ടത്തിലാണ് സുപ്രീം കോടതി ഈ ഒരു കാര്യം പറഞ്ഞത്. അവരുടെ എന്താണ് കാഴ്ച പരിമിതി എന്ന് പറയുന്നത് അവരുടെ ആ, അവർക്ക് ചില അവകാശങ്ങൾ നൽകുന്നുണ്ട്. ഈ കാഴ്ച പരിമിതർക്ക് അവർക്ക് മാത്രം ലഭിക്കേണ്ട ചില അവകാശങ്ങൾ നൽകുന്ന ആ അവകാശങ്ങൾ അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന് പറയുകയാണ്. റീസെന്റ് റൂളിംഗ് കെയിം വൈ ഡിസൈഡിംഗ് പെറ്റീഷൻ കൺസേണിംഗ് മധ്യപ്രദേശ് ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ റൂൾ 1994 ആൻഡ് രാജസ്ഥാൻ ജുഡീഷ്യൽ സർവീസ് റൂൾ 2010 അലൈനിങ് വിത്ത് RPWD ആക്ട് 2016, അതായത് റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016 ആണ്. റൂൾ 6A ഓഫ് ദ മധ്യപ്രദേശ് ജുഡീഷ്യൽ സർവീസ് റൂൾ 1994 വാസ് സ്ട്രിക് ഡൗൺ. ആ ഒരു റൂൾ തന്നെ അവിടെ എന്താണ് ഇറ്റ് എക്സ്ക്ലൂഡഡ് വിഷ്വലി ഇംപയർഡ് കാൻഡിഡേറ്റ് ഡിസ്പൈറ്റ് ദ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. അതായത് മധ്യപ്രദേശ് അവിടെ ചെയ്തു വെച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജുഡീഷ്യൽ സർവീസ് എക്സാമിന് കാഴ്ച പരിമിതിയുള്ള ആളുകൾക്ക് എന്താണ് പങ്കെടുക്കാൻ വേണ്ടി പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഡിഗ്രിയാണ് അതിന് ക്വാളിഫിക്കേഷൻ എങ്കിൽ പോലും ഡിഗ്രി യോഗ്യതയുള്ള അല്ലെങ്കിൽ കാഴ്ച പരിമിതനായുള്ള ഡിഗ്രി യോഗ്യതയുള്ള ഒരു കുട്ടിക്ക് ആ മത്സര പരീക്ഷയിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റില്ല. അത് അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ് ഹനിക്കുന്ന രീതിയിലാണെന്ന് സുപ്രീം കോടതി ഒരു വാദം പുറത്തുവിടുകയും ചെയ്തു. അതാണ് റീസെന്റ് ആയിട്ട് വന്ന വാർത്ത. എനി എക്സ്ക്ലൂഷൻ ഓഫ് വിഷ്വലി ഇംപയർഡ് കാൻഡിഡേറ്റ്സ് ഫ്രം ജുഡീഷ്യൽ സർവീസ് വയലേറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഓഫ് ഇക്വാലിറ്റി ആർട്ടിക്കിൾ 14 ആൻഡ് നോൺ ഡിസ്ക്രിമിനേഷൻ ആർട്ടിക്കിൾ 15. സോ ഇത്തരത്തിൽ മധ്യപ്രദേശ് ബോർഡ് ഇതുപോലെ വിഷ്വലി ഇംപയർഡ് ആളുകൾ അവർക്ക് യോഗ്യത ഉണ്ടായിട്ട് പോലും എക്സാം എഴുതാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ അത് ഭരണഘടനാ വിരുദ്ധമാണ്. ആർട്ടിക്കിൾ 14 പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 14 എന്താണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണെന്ന രീതിയിൽ പറയുന്നത് അല്ലേ. ഓക്കെ, ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണെന്ന രീതിയിൽ പറയുന്നുണ്ട്. സോ ആ ഒരു കാര്യം അവിടെ വൈലേറ്റ് ചെയ്യപ്പെടുകയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് ഓഫ് ഇക്വാലിറ്റി, അതുപോലെ നോൺ ഡിസ്ക്രിമിനേഷൻ, ഒരു രീതിയിലും എന്താണ് ഡിസ്ക്രിമിനേഷൻ ജോലിയുടെ കാര്യത്തിൽ പാടില്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 15. സോ അതും വയലേറ്റ് ചെയ്യപ്പെടുകയാണ്. അതുപോലെ സുജിത ശ്രീവാസ്തവ വെസ്റ്റ് ചണ്ഡീഗഡ് അഡ്മിനിസ്ട്രേഷൻ 2009 സുപ്രീം കോർട്ട് അപ്ഹെൽഡ് ദ റീപ്രൊഡക്റ്റീവ് റൈറ്റ് ഓഫ് മെന്റലി റിട്ടാർഡ് വുമൺ. അത് 2009 വന്നൊരു വിധിയാണ്. അവരുടെ എന്താണ് മെന്റലി റിട്ടാർഡ് ആയിട്ടുള്ള ആളുകളെ പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ് അവർ മെന്റലി റിട്ടാർഡ് ആണ്, അവർ പ്രസവിക്കേണ്ടെന്നൊക്കെ പറയാറുണ്ടല്ലേ. പക്ഷെ അത് അവരുടെ റൈറ്റ് ആണ്. സോ അതിനുള്ള റൈറ്റ് അവർക്ക് ഉണ്ട്, മനുഷ്യന്മാർക്ക് ഉണ്ട് എന്ന രീതിയിൽ സുപ്രീം കോടതി അവിടെ വിധി കൊണ്ടുവന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വേഴ്സ് രവി പ്രകാശ് ഗുപ്ത 2002 പറയുന്നു ദ സുപ്രീം കോർട്ട് റൂൾഡ് ദാറ്റ് pre-defined job criteria cannot be used to deny reservation to visually impaired candidates ensure fair appointment. സോ അവിടെ എന്താണ് പുതുതായിട്ട് ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നില്ല. അങ്ങനെ ജോലിക്ക് അർഹരായവർ നിർബന്ധമായിട്ട് അവരുടെ യോഗ്യത ഉണ്ടെങ്കിൽ എക്സാം എഴുതാൻ സമ്മതിച്ചിരിക്കണം. ഓം റാത്തോഡ് വെസ് ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ് കേസ് 2004 സുപ്രീം കോർട്ട് റൂൾ ദാറ്റ് ദ ഫങ്ഷണൽ അസസ്മെന്റ് ഓഫ് എ കാൻഡിഡേറ്റ്സ് എബിലിറ്റീസ് ഷുഡ് ബി ടേക്കൺ പ്രസിഡൻസ് ഓവർ റിജിഡ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. എല്ലാം ഒന്ന് തന്നെയാണ് പറയുന്നത്. അവരുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ അനുവദിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എക്സാമിലെ യോഗ്യതയും കാര്യങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് 2025. 2025 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് അല്ലെ ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന കാര്യം. ന്യൂഡൽഹിയിൽ വെച്ച് മാർച്ച് 20 തൊട്ട് മാർച്ച് 27 വരെ നടന്ന കാര്യം നമുക്കറിയാം. സോ ഇതിന്റെ രണ്ടാമത്തെ എഡിഷൻ ആയിരുന്നു. നമുക്ക് പാരാ ഗെയിംസ്, ഖേലോ ഇന്ത്യ ഒരുപാട് ഗെയിംസ് ഉണ്ട്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ്, ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഗെയിംസ്, അങ്ങനെ ഒരു ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ്, അങ്ങനെ ഒരുപാട് ഗെയിംസ് ഉണ്ട്. സോ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് എന്താണ് പാരാ അത്ലറ്റ്സിന് വേണ്ടി മാത്രമായുള്ള എഡിഷൻ ആണ്. ദ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് 2025, the second edition of a multi-sport para event under the India government's Khelo India initiative was held in New Delhi from March 2027. മാർച്ച് 20 തൊട്ട് മാർച്ച് 27 വരെ എവിടെ വെച്ച് നടന്നു? ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് നടന്നത് അല്ലേ. ഇനി ഇതിന്റെ മസ്കോട്ട് അല്ലേ നമുക്ക് നോക്കാനുള്ളത്? അതെ, ഉജ്ജ്വല. ഈ കാണുന്ന ഉജ്ജ്വല എന്ന് പറയുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കുരുവിയുണ്ട്. അതാണ് അതിന്റെ മസ്കോട്ട്. ഉജ്ജ്വല എന്ന് പറയുന്ന കുരുവിയല്ല, കുരുവിക്ക് അവർ നൽകിയ പേരാണ് ഉജ്ജ്വല. ഹരിയാന ഫിനിഷ്ഡ് ഓൺ ദ ടോപ്പ് ഇൻ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് 2025 മെഡൽ ടാലി വിത്ത് 34 ഗോൾഡ് മെഡൽ. സോ അതിന്റെ റിസൾട്ട് കൂടെ ഞാൻ ഇവിടെ പറയാണ്. 2025 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ 34 ഗോൾഡ് മെഡലുമായിട്ട് ഹരിയാന ഒന്നാം സ്ഥാനത്ത് വന്നു. തമിഴ്നാടുവിന് 28 ഗോൾഡ് മെഡലാണ് തമിഴ്നാടുവിന് സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചത്. തമിഴ്നാടു രണ്ടാം സ്ഥാനത്താണ്, ഉത്തർപ്രദേശ് മൂന്നാം സ്ഥാനത്തുമാണ് വരുന്നത്. മെഡൽ ഇവന്റ്സ് വെർ ഹെൽഡ് അക്രോസ് 6 സ്പോർട്സ്. 6 മത്സര വിഭാഗങ്ങളിലായിട്ടാണ് മെഡൽ ഇവന്റ്സ് നടന്നത്. പാരാ ആർച്ചറി, പാരാ അത്ലറ്റിക്സ്, പാരാ ബാഡ്മിന്റൺ, പാരാ ഷൂട്ടിംഗ്, പാരാ ടേബിൾ ടെന്നീസ്, പാരാ പവർ ലിഫ്റ്റിംഗ്. ബാംഗ്ലൂരു സിറ്റി യൂണിവേഴ്സിറ്റി ടു ബി റീനെയിംഡ് ആഫ്റ്റർ ഡോക്ടർ മൻമോഹൻ സിംഗ്. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മരണ വാർത്ത നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട എക്സാം പോയിന്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് നോക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തോടുള്ള ഒരു ആദരവ് എന്ന രീതിയിൽ ബാംഗ്ലൂർ സിറ്റി യൂണിവേഴ്സിറ്റി അവരുടെ പേര് മാറ്റിയിട്ട് എന്താക്കി പേര് കൊടുത്തിട്ടുണ്ട്? മൻമോഹൻ സിംഗ്, ഡോക്ടർ മൻമോഹൻ സിംഗ് യൂണിവേഴ്സിറ്റി എന്ന രീതിയിൽ പേര് മാറ്റിയിട്ടുണ്ട് അല്ലേ. കർണാടക ചീഫ് മിനിസ്റ്റർ സിദ്ധാരാമയ്യ, അന്നത്തെ ചീഫ് മിനിസ്റ്റർ ആണ്. ഇപ്പം കർണാടകയിൽ
ചീഫ് മിനിസ്റ്റർ ഒക്കെ മാറിയിട്ടുണ്ട്. എല്ലാം നമ്മൾ ലേറ്റസ്റ്റ് ആയുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. സോ കർണാടക ചീഫ് മിനിസ്റ്റർ അന്നത്തെ ആ ഒരു പേര് നോക്കണ്ട. അന്നത്തെ അനൗൺസ് ചെയ്ത ആളെ എനിക്ക് മാറ്റി പറയാൻ വേണ്ടി പറ്റില്ല. ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് അന്നത്തെ കാര്യം പറയേണ്ടി വരുന്നത്. സോ കർണാടക ചീഫ് മിനിസ്റ്റർ സിദ്ധാരാമയ്യ അനൗൺസ്ഡ് ദാറ്റ് ബംഗളൂരു സിറ്റി യൂണിവേഴ്സിറ്റി വിൽ ബി റീനെയിംഡ് ആഫ്റ്റർ ഡോക്ടർ മൻമോഹൻ സിംഗ്. മൻമോഹൻ സിംഗിന്റെ പേരിലേക്ക് ബംഗളൂരു സിറ്റി യൂണിവേഴ്സിറ്റി റീനെയിം ചെയ്യപ്പെടുമെന്ന് പറഞ്ഞു. ദിസ് വിൽ ബി ദ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി ഇൻ ദ കൺട്രി ടു ബി എ സിങ്സ് നെയിം ഹു പാസ്ഡ് എവേ ഡിസംബർ 26, 2024. സോ മൻമോഹൻ സിംഗിന്റെ പേരിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു യൂണിവേഴ്സിറ്റി അറിയപ്പെടുന്നത്. സോ അദ്ദേഹത്തിന് അഭിമാനിക്കാം. അദ്ദേഹത്തിന് മരണശേഷം അദ്ദേഹത്തിന്റെ ആളുകൾക്കൊക്കെ അഭിമാനിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യം തന്നെയാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഇന്ത്യ കിർഗിസ്ഥാൻ ജോയിന്റ് സ്പെഷ്യൽ ഫോഴ്സ് എക്സൈസ് കാൻഷാർ 12. ഇന്ത്യയും കിർഗിസ്ഥാനും സംയുക്തമായിട്ട് നടത്തിവരുന്ന ജോയിന്റ് മിലിറ്ററി എക്സൈസ് ആണ് കാൻഷാർ. അതിന്റെ 12ാമത്തെ എഡിഷനാണ് റീസെന്റ് ആയിട്ട് നടന്നത്. ദ 12th എഡിഷൻ ഓഫ് ഇന്ത്യ കിർഗിസ്ഥാൻ ജോയിന്റ് സ്പെഷ്യൽ ഫോഴ്സ് എക്സൈസ് കാൻഷാർ 12 ടേക്ക് പ്ലേസ് ഇൻ കിർഗിസ്ഥാൻ. എവിടെ വെച്ചിട്ടാണ്? കിർഗിസ്ഥാനിൽ വെച്ചിട്ടാണ് അല്ലേ? എപ്പോഴാണ്? മാർച്ച് മാസത്തിലാണ് കിർഗിസ്ഥാനിൽ വെച്ചിട്ടാണ് ഈ ഒരു ജോയിന്റ് മിലിറ്ററി എക്സൈസ് നടന്നത്. സോ 12ാമത്തെ എഡിഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് കാലമായിട്ടുണ്ടാവും ഇത് തുടങ്ങിയിട്ടല്ലേ? ഉണ്ട്. 2011 ഓൺവേർഡ്സ് എന്താണ് ഈ ഒരു എഡിഷൻ നടക്കുന്നുണ്ട്. കാൻഷാർ 12 എക്സൈസ് നടക്കുന്നുണ്ട്. സിൻസ് ഇറ്റ്സ് ഇൻസെപ്ഷൻ ഇൻ 2011 എക്സൈസ് കാൻഷാർ 12 ഹാസ് ഇവോൾവ്ഡ് ഇൻ ടു ആനുവൽ ട്രെയിനിങ് ഇവന്റ്. 2011 ഓൺവേർഡ്സ് എന്താണ് ഈ ഒരു എക്സൈസ് നടന്നു വരുന്നുണ്ട്. ഓൾട്ടർനേറ്റീവ്ലി ഇന്ത്യയിലും കിർഗിസ്ഥാനിലും വെച്ചിട്ടാണ് നടക്കുന്നത്. അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. അസം ഗവൺമെന്റ് ടു ലോഞ്ച് ഇറ്റ്സ് ഓൺ സാറ്റലൈറ്റ് അസം സാറ്റ്. ചരിത്രപരമായുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ? ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിന് പോലും സ്വന്തമായിട്ടൊരു സാറ്റലൈറ്റ് ഇല്ല. അവര് ഇപ്പം ISRO പരിപാടിയിലൊക്കെ ഭാഗമായിട്ട് സാറ്റലൈറ്റ് പ്രൊഡക്ഷനിലൊക്കെ ഭാഗമാവാറുണ്ട്. അല്ലാതെ സ്വന്തമായിട്ട് ഒരു സാറ്റലൈറ്റ് ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിന് നമുക്ക് എന്താണ് പറയാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനെ ആ ഒരു നേട്ടം സ്വന്തമാക്കിയ ആദ്യ സംസ്ഥാനമാണ് അസം ഗവൺമെന്റ്. അസം ഡെവലപ്പ് ചെയ്തുകൊണ്ട് അസം സാറ്റ് എന്ന പേരിൽ വന്നു അല്ലേ? ഒരിക്കലും അസം സാറ്റ് ഏത് സംസ്ഥാനം ഡെവലപ്പ് ചെയ്ത സാറ്റലൈറ്റ് ആണെന്ന് ചോദിക്കില്ല. പരീക്ഷയ്ക്ക് എന്താണ് ചോദ്യം വരിക? ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വന്തമായിട്ടൊരു സാറ്റലൈറ്റ്, അങ്ങനെയാണ് ചോദ്യം വന്നത്. സ്വന്തമായിട്ടൊരു സാറ്റലൈറ്റ് ഡെവലപ്പ് ചെയ്ത സംസ്ഥാനം ഏതെന്നാണ് നമുക്ക് ചോദ്യം വന്നിട്ടുള്ളത്. ഏതാണ്? അസമാണല്ലേ? അസം സാറ്റ് എന്നാണ് ആ ഒരു സാറ്റലൈറ്റിന് അവർ നൽകിയിട്ടുണ്ടായിരുന്ന പേര്. ഓക്കെ, അസം സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാസ് അനൗൺസ്ഡ് പ്ലാൻസ് ടു ലോഞ്ച് ഇറ്റ്സ് ഓൺ സാറ്റലൈറ്റ് അസം സാറ്റ് bolster data access for crucial socio-economic initiatives and enhance border security. The satellite is envisioned to provide dedicated service for agriculture, disaster management, infrastructure development and security operations. So മെയിൻ ആയിട്ട് എന്തൊക്കെയാണ്? അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, സെക്യൂരിറ്റി ഓപ്പറേഷൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സാറ്റലൈറ്റ് അവർ ഡെവലപ്പ് ചെയ്തത്. സ്വന്തമായിട്ട് സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം എന്ന ഖ്യാതി കൂടി ആര് സ്വന്തമാക്കി? ഇതോടുകൂടി അസം സ്വന്തമാക്കി. അസം ഒറ്റയ്ക്കല്ല, ഇൻ സ്പേസ് ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ, അത് ISROയുടെ കൊമേഴ്ഷ്യൽ വിങ് ആണ്. ISRO ഒക്കെ ചേർന്നുകൊണ്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. നെക്സ്റ്റ് എന്താണ്? PM മോദീസ് ഹിസ്റ്റോറിക് വിസിറ്റ് ടു മൗറീഷ്യസ്. നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി എന്താണ് റീസെന്റ് എന്ന് പറഞ്ഞാൽ 2025 ഇത് പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. ഓക്കെ, മൗറീഷ്യസ് എന്ന് പറഞ്ഞ രാജ്യം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ചീഫ് ഗസ്റ്റ് ഒക്കെ ആയിട്ട് അവിടെ അദ്ദേഹം എന്താണ് ചില പരിപാടികളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പരിപാടിക്കിടയിൽ ചില റെക്കഗ്നീഷനൊക്കെ നൽകിയിട്ട് ആദരിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തെ. സോ ഈ ഒരു വിസിറ്റിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ 2015 ശേഷം കഴിഞ്ഞ 10 വർഷമായിട്ട് എന്താണ് നമ്മുടെ ഒരു പ്രധാനമന്ത്രി, ഇദ്ദേഹം തന്നെയാണ് 2015 തൊട്ട് പ്രധാനമന്ത്രി. സോ പ്രധാനമന്ത്രിമാർ മൗറീഷ്യസ് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എന്താണ് മൗറീഷ്യസ് സന്ദർശിക്കുന്ന പ്രത്യേകത കൂടിയുണ്ട്. ഓൺ ദ ഇൻവിറ്റേഷൻ ഓഫ് പ്രൈം മിനിസ്റ്റർ ഓഫ് മൗറീഷ്യസ് ഡോക്ടർ നവീൻ ചന്ദ്ര റംഘൂലും പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി മെയ്ഡ് എ സ്റ്റേറ്റ് വിസിറ്റ് ടു മൗറീഷ്യസ് ടു അറ്റൻഡ് നാഷണൽ ഡേ സെലിബ്രേഷൻ ഓഫ് മൗറീഷ്യസ് ഓൺ 12th മാർച്ച് as ചീഫ് ഗസ്റ്റ്. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ റിപ്പബ്ലിക് ഡേ നടക്കുന്ന ആ ഒരു റിപ്പബ്ലിക് ഡേ പരേഡും സെലിബ്രേഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് അവിടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിദേശ രാജ്യങ്ങളുടെ ഹെഡുകളെയൊക്കെ ഇന്ത്യ ക്ഷണിക്കാറുണ്ട് അല്ലെ? വിദേശ രാജ്യത്തിന്റെ ഹെഡുകളെ ഇന്ത്യ ക്ഷണിക്കാറുണ്ട്. അതുപോലെ തന്നെ എന്താണ് മൗറീഷ്യസ് ഒരു വിദേശ രാജ്യത്തിന്റെ ഹെഡിനെ ക്ഷണിച്ചു. അത് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി ആയെന്ന് മാത്രമേ ഉള്ളൂ അവിടെ ഒരു വ്യത്യാസം. എ കോണ്ടിൻജന്റ് ഓഫ് ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസ് പാർട്ടിസിപ്പേറ്റ് ഇൻ സെലിബ്രേഷൻസ് അലോങ് വിത്ത് ഷിപ്പ് ഫ്രം ഇന്ത്യൻ നേവി. പ്രൈം മിനിസ്റ്റർ ലാസ്റ്റ് വിസിറ്റഡ് മൗറീഷ്യസ് ഇൻ 2015. 2015 നമ്മുടെ പ്രധാനമന്ത്രി അവസാനമായിട്ട് മൗറീഷ്യസ് സന്ദർശിക്കുന്നത്. ഈ ഒരു സന്ദർശന വേളയിൽ 2025 സന്ദർശന വേളയിലാണ് അദ്ദേഹത്തിന് മൗറീഷ്യസ് അവരുടെ ഹയസ്റ്റ് റെക്കഗ്നേഷൻ ആയിട്ടുള്ള ദ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ സ്റ്റാർ ആൻഡ് കീ ഓഫ് ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറഞ്ഞ റെക്കഗ്നേഷൻ കൂടെ നൽകിയിട്ട്
ആദരിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതുപോലെയുള്ള ആദരവൊക്കെ നൽകുന്ന സമയത്ത് എന്തായാലും ചോദിക്കും, ഒരു സംശയമില്ല, ഇത് വന്ന ചോദ്യമാണ്. ഞാനിവിടെ വീണ്ടും പറയേണ്ട കാര്യമില്ല. NTPCക്കൊക്കെ വന്ന ചോദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളതൊക്കെ പഠിപ്പിച്ചു പോയ കാര്യമാണ്. അത് കൃത്യമായിട്ട് വന്നു എന്നൊക്കെ കാണുമ്പോൾ സന്തോഷം അറിയാലോ. അതുപോലെ ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ വരട്ടെ നമ്മുടെ പരീക്ഷയ്ക്ക്. നെക്സ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 2025 നമുക്ക് അഭിമാനിക്കാൻ വേണ്ടി പറ്റുന്ന, 2025ലും 26ലൊക്കെ നമുക്ക് അഭിമാനിക്കാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യ വിൻസ് ICC ചാമ്പ്യൻസ് ട്രോഫി ഫോർ ദ തേർഡ് ടൈം. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ചാമ്പ്യൻസ് ട്രോഫി അല്ലെ, ചാമ്പ്യൻസ് ട്രോഫി ആര് സ്വന്തമാക്കി? നമ്മുടെ ഇന്ത്യൻ ടീം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ മൂന്നാമത്തെ തവണയാണ് ICC ചാമ്പ്യൻസ് ട്രോഫി സ്വന്തമാക്കുന്നത്. ഇതിനു മുൻപ് 2011 ഇന്ത്യ സ്വന്തമാക്കിയിട്ടുണ്ട്. ലാസ്റ്റ് സ്വന്തമാക്കിയത് 2011 അതിനുശേഷം എന്താണ്, ഇപ്പം 2025 സ്വന്തമാക്കി. ICC ചാമ്പ്യൻസ് ട്രോഫി ഫോർമർലി നോൺ ആസ് ICC നോക്കൌട്ട് ട്രോഫി. നോക്കൌട്ട് എന്ന് പറയുമ്പോൾ ഒരു മത്സരം തൊട്ട് പുറത്തായി, അതാണ്. ഇസ് എ ഇന്റർനാഷണൽ വൺ ഡേ ഇന്റർനാഷണൽ ക്രിക്കറ്റ് ടൂർണമെന്റ് ഓർഗനൈസ്ഡ് ബൈ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ. ICC ആണ്, അപെക്സ് ബോഡിയാണ് ക്രിക്കറ്റിന്റെ. മെൻസ് ടീമാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യസ് വൺസ് അഗെയിൻ മെയ്ഡ് ഹിസ്റ്ററി ബൈ വിന്നിംഗ് ICC ചാമ്പ്യൻസ് ട്രോഫി ഫോർ തേർഡ് ടൈം. മൂന്നാമത്തെ തവണയാണ് ICC ചാമ്പ്യൻ ട്രോഫി ആര് സ്വന്തമാക്കുന്നത്? ഇന്ത്യ സ്വന്തമാക്കുന്നത്. സോ ആരെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്? ന്യൂസിലാൻഡാണ്. ന്യൂസിലാൻഡാണ് ഇതിൽ റണ്ണേഴ്സ്. അപ്പം ഹോസ്റ്റായിട്ട് ഉണ്ടായിരുന്നത് പാകിസ്ഥാൻ, അതുപോലെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും UAEയും പാകിസ്ഥാനുമാണ്. പ്ലെയർ ഓഫ് ദ മാച്ച് ആയിട്ട് വന്നത് ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആയിരുന്ന രോഹിത് ശർമ്മയും, പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയിട്ട് വന്നത് ന്യൂസിലാൻഡ് രജിൻ രവീന്ദ്രയുമായിരുന്നു. ഓക്കെ, ഇനി ഇന്ത്യ ഇതിനു മുൻപ് എപ്പോഴൊക്കെ വിജയിച്ചു എന്ന് വെച്ചാൽ, ഇന്ത്യ ആദ്യമായിട്ട് ചാമ്പ്യൻസ് ട്രോഫിയിൽ വിജയികളാവുന്നത് 2002 അത് വിജയികളാണോ എന്ന് വെച്ചാൽ ഇന്ത്യയും ശ്രീലങ്കയും എന്താണ് അവിടെ ജോയിന്റ് വിന്നേഴ്സ് ആയിട്ട്, റിസൾട്ട് ഇല്ലാത്തതുകൊണ്ട് ജോയിന്റ് വിന്നേഴ്സ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. പിന്നെ 2013 ഞാൻ 11 എന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. 11 ODI വേൾഡ് കപ്പാണ്. രണ്ടാമത് ODI വേൾഡ് കപ്പ് സ്വന്തമാക്കിയത് 2011 13 സോറി 11 13 ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. 2011 നമ്മുടെ ഇന്ത്യ എന്താണ് ODI വേൾഡ് കപ്പാണ് സ്വന്തമാക്കിയത്. 2013 ഇന്ത്യ എന്താണ് ചാമ്പ്യൻസ് ട്രോഫിയാണ് സ്വന്തം. ഇത് രണ്ടും സെക്കൻഡ് എഡിഷൻ ആണ്. ODI വേൾഡ് കപ്പ് ആണെങ്കിലും ചാമ്പ്യൻസ് ട്രോഫി ആണെങ്കിലും രണ്ട് ഇന്ത്യ സ്വന്തമാക്കിയത് രണ്ടാമത്തെ തവണയാണ്. അതാണ് അവിടെയുള്ള ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, ഇനോഗ്രേറ്റഡ് ഇൻ 1998, the ICC conceived the idea of Champions Trophy, a short cricket tournament to raise funds for development of game in non-test playing countries. മെയിനായിട്ട് 1998 ICC ചാമ്പ്യൻസ് ട്രോഫി കൊണ്ടുവരുന്ന സമയത്ത് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ മുന്നിലുണ്ടായിരുന്ന ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, നോൺ ടെസ്റ്റ് പ്ലേയിങ് കൺട്രീസ് ഉണ്ടാവുമല്ലോ, അവർക്ക് ടെസ്റ്റിലേക്ക് കടന്നു വരാനുള്ള ഫണ്ടിങ് കാര്യങ്ങളും ഉണ്ടാവാറില്ല. ആ സർക്കാരൊന്നും പൊതുവെ എന്താണ് ആ ഒരു ഫണ്ടിങ് കാര്യങ്ങൾ മുടക്കാൻ വേണ്ടി തയ്യാറാവില്ല. ഒരു നോൺ റിട്ടേൺ എന്ന രീതിയിൽ അങ്ങനെ മുടക്കാൻ വേണ്ടി തയ്യാറായെന്ന് വരില്ല. സോ അങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് ഒരു സാമ്പത്തിക സഹായം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 1998 വന്നത്. ആദ്യത്തെ ചാമ്പ്യൻഷിപ്പ് വെച്ച് തന്നെ നടന്നത് ബംഗ്ലാദേശിൽ വെച്ചിട്ടാണ്. 1997 ബംഗ്ലാദേശിൽ വെച്ചിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമ്മുടെ വിവിധ രാജ്യങ്ങളിൽ വെച്ചിട്ട് നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ത്യയിൽ ഇന്ത്യ 2002 2013 2025 3 തവണ ചാമ്പ്യൻസ് ആയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കിരീടം സ്വന്തമാക്കിയത് നമ്മുടെ ഇന്ത്യ തന്നെയാണ്. രണ്ടാമത് നോക്കുമ്പോൾ ഓസ്ട്രേലിയ 2006 2009 കിരീടം സ്വന്തമാക്കിയിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്ക ഒരൊറ്റ തവണ, അവർ ഫസ്റ്റ് എഡിഷനിൽ 1998 കിരീടം സ്വന്തമാക്കി. ന്യൂസിലാൻഡും ശ്രീലങ്കയും വെസ്റ്റ് ഇൻഡീസും പാകിസ്ഥാനും ഒക്കെ ഓരോ തവണയാണ് ഇത് വിജയിച്ചത്. ഓസ്ട്രേലിയൻ ഇംഗ്ലണ്ട് ടു പ്ലേ ഹിസ്റ്റോറിക് 150th ആനിവേഴ്സറി ടെസ്റ്റ് അറ്റ് മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ട്. എന്താണ് കാര്യം? 1877 മാർച്ച് മാസത്തിലാണ് ഈ പറഞ്ഞ ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും എന്താണ് ആദ്യമായിട്ടൊരു ഒഫീഷ്യൽ ടെസ്റ്റ് മാച്ച് മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ച് നടത്തുന്നത്. അതിനുശേഷം 2027 നമ്മൾ എത്തുന്ന സമയത്ത്, 2027 നെക്സ്റ്റ് ഇയർ ആണ്, 2027 എത്തുന്ന സമയത്ത് ആ മത്സരത്തിന് 150 വർഷങ്ങൾ പഴക്കമുണ്ട് അല്ലേ. അങ്ങനെ 150ാമത്തെ ആനിവേഴ്സറി, ഫസ്റ്റ് ടെസ്റ്റ് മാച്ചിന്റെ 150ാമത്തെ ആനിവേഴ്സറി എന്താണ് ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും മാർച്ച് 11 തൊട്ട് മാർച്ച് 15 വരെ 2027 മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ട് അഥവാ MCGയിൽ വെച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അതാണ് നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം. സോ ഓസ്ട്രേലിയ ആൻഡ് ഇംഗ്ലണ്ട് വിൽ പ്ലേ ഹിസ്റ്റോറിക് വൺ ഡേ നൈറ്റ് ടെസ്റ്റ് മാച്ച് ടു കോമമറേറ്റ് 150th ആനിവേഴ്സറി ഫസ്റ്റ് ടെസ്റ്റ് മാച്ച്. അവരുടെ ഫസ്റ്റ് ടെസ്റ്റ് മാച്ചിന്റെ 150ാമത്തെ വാർഷികമാണ്. ഇന്ത്യ ടോപ്സ് മെഡൽ ടാലി അറ്റ് വേൾഡ് പാരാ അത്ലറ്റിക് ഗ്രാൻഡ് പ്രിക്സ് 2025 ന്യൂഡൽഹി. ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന വേൾഡ് പാരാ അത്ലറ്റിക് ഗ്രാൻഡ് പ്രിക്സ് 2025 എഡിഷനിൽ നമ്മുടെ ഇന്ത്യ എന്താണ് മെഡൽ ടാലിയിൽ ഒന്നാമത് വന്ന കാര്യമാണ് അല്ലേ. ടോട്ടൽ 134 മെഡൽസ് ഇന്ത്യ സ്വന്തമാക്കി. അതിൽ 45 ഗോൾഡ് ഉണ്ട്, 40 സിൽവർ ഉണ്ട്, 49 ബ്രോൺസും ഉണ്ട്. അത് തന്നെയാണ് നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നോക്കാനുള്ളത് ടോട്ടൽ മെഡൽ. അതുപോലെ
ടോട്ടൽ ഗോൾഡ്. ഈ രണ്ട് കാര്യമാണ് നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് അവിടെ ചർച്ച ചെയ്യാനുള്ളത്. India brought down the curtains on a strong campaign at the World Para Athletic Grand Prix 2025 by finishing on top of the medal table with a total of 134 medals, including 45 gold, 40 silver and 49 ബ്രോൺസ്. ഈ ഒരു ഇവന്റ് ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ പ്രീതി പാലിന്റെ പേര് കൂടെ നമ്മൾ അവിടെ ഒന്ന് ഓർത്തു വയ്ക്കണം. പ്രീതി പാൽ, ഹു മെയ്ഡ് ഹിസ്റ്ററി അറ്റ് ദ പാരീസ് പാരാലിമ്പിക്സ് ബൈ ബിക്കമിംഗ് ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ പാരാലിമ്പിക് മെഡൽ ഇൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് വോൺ ദ ബ്രോൺസ് മെഡൽ. അവരെന്താണ് ഈ ഒരു ഇവന്റിൽ വേൾഡ് പാരാ അത്ലറ്റിക് ഗ്രാൻഡ് പ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട് വുമൺസ് 200 മീറ്റർ T38 ഇവന്റിൽ എന്താണ് ബ്രോൺസ് മെഡൽ സ്വന്തമാക്കിയിട്ടുണ്ട് അല്ലേ. സോ പ്രീതി പാലിന്റെ കാര്യം പറയുകയാണെങ്കിൽ പാരാലിമ്പിക്സിലും അവരെന്താണ് മെഡൽ സ്വന്തമാക്കി, 2 പാരാലിമ്പിക്സ് മെഡൽ സ്വന്തമാക്കി ആദ്യ ട്രാക്ക് ആൻഡ് ഫീൽഡ് താരമാണെന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഭവാനി മുനിയാണ്ടി ഏൺഡ് എ ബ്രോൺസ് വിത്ത് 3.51 മീറ്റർ ലീപ് ഇൻ ദ വുമൺസ് ലോങ് ജമ്പ് T38, T44, T61. അതുകൂടെ ഒന്ന് ഓർത്തു വയ്ക്കണം. ഹോക്കി ജാർഖണ്ഡ് റൗണ്ട് 15th ഹോക്കി ഇന്ത്യ സീനിയർ വുമൺ നാഷണൽ ചാമ്പ്യൻഷിപ്പ്. 15ാമത്തെ ഹോക്കി ഇന്ത്യ സീനിയർ വുമൺ നാഷണൽ ചാമ്പ്യൻഷിപ്പ് ആരോ വിജയിച്ചു? ഹോക്കി ജാർഖണ്ഡ് വിജയിച്ചു അല്ലെ. ഹോക്കി ഹരിയാനയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഹോക്കി ജാർഖണ്ഡ് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത്. ഹോക്കി ജാർഖണ്ഡ് ഡിഫീറ്റഡ് ഹോക്കി ഹരിയാന ടു വിൻ ദ 15th ഹോക്കി ഇന്ത്യ സീനിയർ വുമൺ നാഷണൽ ചാമ്പ്യൻഷിപ്പ്. ഈ ഒരു ടൂർണമെന്റ് ഫൈനൽ നടന്നിട്ടുണ്ടായിരുന്ന ഹരിയാനയിൽ പാഞ്ച്കുളയിൽ വെച്ചിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഹോക്കി ജാർഖണ്ഡ് വോൺ ഇറ്റ്സ് ഫസ്റ്റ് എവർ സീനിയർ വുമൺ നാഷണൽ ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ. ആദ്യമായിട്ടാണ് ഹോക്കി ജാർഖണ്ഡ് അവരുടെ എന്താണ് സീനിയർ വുമൺ നാഷണൽ ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ സ്വന്തമാക്കുന്നത്. അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ആ ഒരു കാര്യം കൂടെ പഠിച്ചു വെക്കണം. ഓക്കെ. ഇന്ത്യസ് ഫസ്റ്റ് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ഗ്രീൻ വേസ്റ്റ് പ്രോസസിംഗ് പ്ലാന്റ് ഇൻഡോർ. ഇന്ത്യയിൽ ആദ്യത്തെ PPP ഗ്രീൻ വേസ്റ്റ് പ്രോസസിംഗ് പ്ലാന്റ് അല്ലെങ്കിൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ഗ്രീൻ വേസ്റ്റ് പ്രോസസിംഗ് പ്ലാന്റ് എവിടെയാണ് വന്നത്? മധ്യപ്രദേശിൽ ഇൻഡോറിലാണ് വന്നത് അല്ലെ. ഇൻഡോർ ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇന്ത്യസ് ഫസ്റ്റ് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ഗ്രീൻ വേസ്റ്റ് പ്രോസസിംഗ് പ്ലാന്റ്, എ ലാൻഡ്മാർക്ക് ഇനീഷ്യേറ്റീവ് ആണ് സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ. സ്വച്ഛ് ഭാരത് മിഷൻ അർബനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ആദ്യത്തെ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ഗ്രീൻ വേസ്റ്റ് പ്രോസസിംഗ് പ്ലാന്റ് ആണ് മധ്യപ്രദേശിൽ ഇൻഡോറിൽ വന്നിട്ടുണ്ടായിരുന്നത്. ദിസ് ഫെസിലിറ്റി ലൊക്കേറ്റഡ് ഇൻ ബിച്ചോളി ഹാപ്സി ആൻഡ് ഇസ് ഡിസൈൻഡ് ടു റീസൈക്കിൾ ഗ്രീൻ വേസ്റ്റ് ലൈക്ക് വുഡ് ആൻഡ് ബ്രാഞ്ചസ് ഇൻടു യൂസ്ഫുൾ പ്രൊഡക്ട്സ് ഇൻക്ലൂഡിംഗ് വുഡ് പെല്ലറ്റ്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ് കോൾ. കോളിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യാം എന്ന രീതിയിലൊക്കെയാണ് ഇനീഷ്യലി ഒരു കാര്യങ്ങളൊക്കെ വന്നത്. സോ പരീക്ഷയ്ക്ക് ഡയറക്ട്ലി ചോദ്യം വരാനാണ് സാധ്യത കൂടുതൽ. ഇന്ത്യയിൽ ആദ്യത്തെ PPP ഗ്രീൻ വേസ്റ്റ് പ്രോസസിംഗ് പ്ലാന്റ് എവിടെ വന്നു? എവിടെയാ? മധ്യപ്രദേശിലെ ഇൻഡോറിലാണ്. ISRO ഡെവലപ്സ് ഹൈ സ്പീഡ് മൈക്രോ പ്രോസസ്സേഴ്സ്. നമ്മുടെ ഏത് ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ് ആയി കഴിഞ്ഞാൽ അത് പ്രവർത്തിക്കണമെങ്കിൽ ഒരു മൈക്രോ പ്രോസസ്സർ അവിടെ വേണം അല്ലെ. അതിന്റെ ബ്രെയിൻ എന്ന രീതിയിലൊക്കെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. സെമി കണ്ടക്ടറും കാര്യങ്ങളൊക്കെ വരുന്ന മൈക്രോ പ്രോസസ്സർ അവിടെ വേണം. സോ പിന്നെ ISROയുടെ കാര്യം പറയണം. ISRO റീസെന്റ് ആയിട്ട് എന്താണ് 2 മൈക്രോ പ്രോസസ്സർ ഡെവലപ്പ് ചെയ്തു. ഈ മൈക്രോ പ്രോസസ്സറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ISRO ഇതുവരെ ഡെവലപ്പ് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും വേഗതയേറിയ മൈക്രോ പ്രോസസ്സേഴ്സ് ആണ് ഇത് രണ്ടും. ഓക്കെ. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO അനൗൺസ്ഡ് ദ ഡെവലപ്മെന്റ് അഡ്വാൻസ്ഡ് 32 ബിറ്റ് മൈക്രോ പ്രോസസർ. ഇത് 32 ബിറ്റ്. ഇതിന് മുൻപ് ഇതിന്റെ 16 ബിറ്റ് 16 ബിറ്റ് ISRO ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ 32 ബിറ്റ് ആയ സമയത്ത് പേരിൽ കാര്യമായിട്ട് മാറ്റമൊന്നും വന്നില്ല. ബിറ്റ് ഒന്ന് ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. വിക്രം 1601 എന്നുണ്ടായിരുന്നു. വിക്രം 32 ബിറ്റ് ആയപ്പോൾ 3201 എന്നും കൽപ്പന 1601 എന്നുണ്ടായിരുന്നു. 32 ബിറ്റ് ആയപ്പോൾ കൽപ്പന 3201 ആയെന്ന് മാത്രമേ വ്യത്യാസം അവിടെ വരുന്നു. The processors are designed for space applications and represent leap in India's indigenous technology capabilities. They were developed in collaboration with the Semiconductor Laboratory in Chandigarh. ചണ്ഡീഗറിൽ സെമി കണ്ടക്ടർ ലബോറട്ടറിയുടെ സഹായത്തോടു കൂടിയാണ്, അവരുടെ കൊളാബറേഷനോട് കൂടിയാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇതിനു മുൻപ് ISRO ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തെങ്കിലും ഇതുവരെ ഡെവലപ്പ് ചെയ്തതിൽ ഹൈ സ്പീഡ് ആണെന്ന് കൂടെ ഒന്ന് ഓർത്ത് വെച്ചാൽ അത് മേക്ക് ഇൻ ഇന്ത്യ ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ. പോറ്റി ശ്രീരാമലൂസ 58 ഫുഡ് സ്റ്റാച്യു ടു ബി ഇൻസ്റ്റാൾഡ് ഇൻ അമരാവതി. പോറ്റി ശ്രീരാമലുവിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ആന്ധ്ര സംസ്ഥാന രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഭാഷാടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാനം വേണമെന്ന് പറഞ്ഞിട്ട് നിരാഹാരം ഇരിക്കുകയും അങ്ങനെ ആ ഒരു നിരാഹാരത്തിന്റെ ഭാഗമായിട്ട് 58 ദിവസം നീണ്ടുനിന്ന് ഹങ്കർ സ്ട്രൈക്കിന്റെ ഭാഗമായിട്ട് പോറ്റി ശ്രീരാമലു എന്താണ് 1952 മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. സോ 58 ദിവസം നീണ്ടു നിന്ന ആ ഒരു ഹങ്കർ സ്ട്രൈക്കിന് ആദരവ് എന്ന രീതിയിലാണ് 58 അടി നീളമുള്ള സ്റ്റാച്യു അമരാവതിയിൽ വന്നത്. ആ ഒരു കണക്ഷൻ മനസ്സിലായല്ലോ, എങ്ങനെയാണ് 58 അടി വന്നതെന്ന് മനസ്സിലായല്ലോ. ഓക്കെ.
ആന്ധ്രാപ്രദേശ് Chief Minister N. Chandrababu Naidu has declared that 58 foot statue of Poti Sriramalu will be erected in Amaravati as a tribute to his pivotal role in the formation of ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം നൽകിയ സംഭാവനകൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു കാര്യം ചെയ്തത്. 1952 52 ദിവസം നീണ്ടു നിൽക്കുന്നു ആ ഒരു നിരാഹാര സത്യാഗ്രഹം ഇരിക്കുകയും പിന്നീട് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മരണം തന്നെയാണ് പിന്നീട് എന്താണ് അതിവേഗത്തിൽ തന്നെ ഈ പറഞ്ഞ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ വേണ്ടി കാരണമായത്. His death led to widespread riots, forcing Prime Minister Jawaharlal Nehru to announce the formation of Andhra Pradesh on October 1st, 1953. ഏപ്രിൽ 2023 തെലങ്കാനയുടെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന സി ചന്ദ്രശേഖർ റാവു എന്താണ് 125 അടി ഉയരം വരുന്ന അംബേദ്കർ സ്റ്റാച്യു ലോഞ്ച് ചെയ്യാനുള്ള പദ്ധതി ഉണ്ടായിരുന്നു. 2024 ഇതുപോലെ തന്നെ 206 അടി ഉയരം വരുന്ന അംബേദ്കർ സ്റ്റാച്യു വിജയവാഡയിലും ഒന്ന് ഹൈദരാബാദിലും ഒന്ന് വിജയവാഡയിലും ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടാണ്. 2025 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. സോ ഇന്ത്യയുടെ സ്ഥാനമാണ് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പരിശോധിക്കാനുള്ളത്. ഇന്ത്യ 118ാമതാണ് വന്നത്. ഓക്കെ, വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2025 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 118ാമതാണ്. ഇന്ത്യ ഹാസ് ബീൻ റാങ്ക്ഡ് ആസ് 118th happiest country in the world amongst the 147 countries surveyed in the latest world happiness report 2025. നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞ് 2025 ആ ഒരു 25 ഇയർ ബേസ് ചെയ്തുള്ള വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടാണ്. സോ അതിൽ ഇന്ത്യയുടെ റാങ്കിങ് എത്രാമതാണ്? 118ാമതാണ് അല്ലേ. അതിന് മുന്നത്തെ ഇയറിൽ ഇന്ത്യ 126ാമതായിരുന്നു. ഏതാണ്ട് ഒരു 8 സ്ഥാനങ്ങളെ മെച്ചപ്പെടുത്തിയിട്ടാണ് ഇന്ത്യ മുന്നോട്ടേക്ക് കയറി വന്നത്. ഫിൻലാൻഡ് ആണ് ഇതിലെന്താണ് ലോകത്തെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ട്, ഒരുപാട് കാലമായിട്ട് ഫിൻലാൻഡ് തന്നെയാണ് മുന്നിൽ വരുന്നത്. സോ ലോകത്തിൽ ഹാപ്പിയസ്റ്റ് കൺട്രി ആയിട്ട് ആര് വന്നിട്ടുണ്ട്? ഫിൻലാൻഡ് വന്നിട്ടുണ്ട്. The 13th edition of World Happiness Report was released on 20th March 2025, coinciding with the International Day of Happiness that falls on 20th March every year. എല്ലാ വർഷവും മാർച്ച് 20ാം തീയതിയാണ് നമ്മൾ ഇന്റർനാഷണൽ ഹാപ്പിനെസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലെ. ആ ഒരു ദിനത്തിലാണ് ഈ റിപ്പോർട്ടും കാര്യങ്ങളും പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നെന്ന് കൂടെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. കേരള ബിക്കെയിം ഫസ്റ്റ് സ്റ്റേറ്റ് ടു എസ്റ്റാബ്ലിഷ് സീനിയർ സിറ്റിസൺ കമ്മീഷൻ. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തിനും അവകാശപ്പെടാൻ വേണ്ടി പറ്റാത്തൊരു നേട്ടം നമ്മുടെ കേരളം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സീനിയർ സിറ്റിസൺ കമ്മീഷൻ. ഓക്കെ, കേരള ബിക്കെയിം ഫസ്റ്റ് സ്റ്റേറ്റ് ടു എസ്റ്റാബ്ലിഷ് സീനിയർ സിറ്റിസൺ കമ്മീഷൻ. ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു സീനിയർ സിറ്റിസൺ കമ്മീഷൻ വന്നിരിക്കുകയാണ്. അത് ഏത് സംസ്ഥാനമാണ് ഡെവലപ്പ് ചെയ്തത്? കേരള സംസ്ഥാനമാണ്. കേരള ഇസ് ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ടു സെറ്റപ്പ് സച്ച് എ കമ്മീഷൻ സീനിയർ സിറ്റിസൺ. മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് കമ്മീഷൻ. നമ്മളിപ്പം പല രീതിയിൽ വുമൺ കമ്മീഷൻ ഉണ്ട്, ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മീഷൻ ഉണ്ട്, SC കമ്മീഷൻ, ST കമ്മീഷൻ, OBC, അങ്ങനെ പല കമ്മീഷൻസ് ഉണ്ട് അല്ലേ. പക്ഷേ മുതിർന്ന പൗരന്മാർക്ക് ഒരു യുവജന കമ്മീഷനും ഉണ്ട്. ഓക്കെ, മുതിർന്ന പൗരന്മാർക്ക് ഒരു സെപ്പറേറ്റ് ഒരു കമ്മീഷൻ ഉണ്ടോ? ഇല്ല, ഉണ്ടായിരുന്നില്ല ഇതുവരെ. അത് വരികയാണ്, റീസെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് സീനിയർ സിറ്റിസൺ കമ്മീഷൻ ആക്ട് 2005 പിൻബലത്തിലാണ് ഈ ഒരു കമ്മീഷനും കാര്യങ്ങളും റീസെന്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓർത്ത് വെക്കണം. ഇറ്റ് വിൽ സേഫ് ഗാർഡ് ദ റൈറ്റ്സ് ആൻഡ് വെൽഫെയർ ഓഫ് എൽഡർലി സിറ്റിസൺ ആൻഡ് ആക്ട് ആസ് എൻ അഡ്വൈസറി ബോഡി ഫോർ പോളിസി മേക്കിംഗ്. മുതിർന്ന പൗരന്മാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ബോഡി വരുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ കേരളത്തിൽ എൽഡർലി പീപ്പിൾ പോപ്പുലേഷൻ വർദ്ധിച്ചു വരികയാണ്. 2036 ആകുമ്പോഴേക്ക് ടോട്ടൽ ജനസംഖ്യയിലെ 22.8% എന്താണ് 60 വയസ്സിന് മുകളിലുള്ള ആളുകളായിരിക്കും കേരളത്തിൽ നിന്ന് പറയുകയാണ് കണക്കുകൾ. 2021 തന്നെ അത് 16.5% ഉണ്ട്. ഇന്ത്യ ആൻഡ് റഷ്യ കണ്ടക്ട്സ് 14th എഡിഷൻ ഓഫ് മാരിടൈം ബയലാറ്ററൽ എക്സസൈസ് ഇന്ദ്ര 2025. ഇതും ഓൾറെഡി പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള ജോയിന്റ് മിലിറ്ററി എക്സസൈസിന് 14ാമത്തെ എഡിഷൻ അല്ലേ. പേരെന്താ? ഇന്ദ്ര. പേര് തന്നെ ഉണ്ട്, IND ഫോർ ഇന്ത്യ, RA ഫോർ റഷ്യ. ദ 14th എഡിഷൻ ഓഫ് ബയലാറ്ററൽ നേവൽ എക്സസൈസ് ഇന്ദ്ര 2025 ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് റഷ്യ വാസ് കണ്ടക്ടഡ് ചെന്നൈ. എവിടെ വെച്ചിട്ടാണ് നടന്നത്? ചെന്നൈയിൽ വെച്ചിട്ടാണ് അല്ലേ. ഈ ഒരു എക്സസൈസ് 2003 തൊട്ടിട്ട് എല്ലാ വർഷവും റെഗുലർലി കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സസൈസ് കൂടിയാണ്. ദ എക്സസൈസ് ഈസ് ബീങ് കണ്ടക്ടഡ് ഇൻ 2 ഫേസ്, ആർബർ ഫേസ് അതുപോലെ തന്നെ എന്താണ് സീ ഫേസിലുമായിട്ടാണ് കണ്ടക്ട് ചെയ്തത്. ഇതിൽ പങ്കെടുത്ത റഷ്യൻ ഷിപ്സ് ഏതൊക്കെയാണെന്നൊന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, പെച്ചാങ്ങം, അതുപോലെ റസ്കി, അഡർ, അതുപോലെ ആ ഒരു ഷിപ്പാണ് റഷ്യക്ക് വേണ്ടി പങ്കെടുത്തെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി പങ്കെടുത്ത ഷിപ്പുകൾ റാണ, കുഥാർ, അതുപോലെ തന്നെ എയർക്രാഫ്റ്റ് എന്നതിൽ P-81 എയർക്രാഫ്റ്റും ഇന്ത്യക്ക് വേണ്ടി പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഇന്ത്യ അഡ്വാൻസസ് 130th റാങ്ക് ഇൻ 2025 ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട്. എന്തായാലും വരുന്ന ചോദ്യമാണ്. എന്തായാലും
ഈ ഒരു ചോദ്യം നമുക്ക് ചോദിച്ചിട്ടുണ്ട്, ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അതുപോലെ ഇനിയും ആവർത്തിക്കും. സോ എ മാറ്റർ ഓഫ് ചോയ്സ് പീപ്പിൾ ആൻഡ് പോസിബിലിറ്റീസ് ഇൻ ഏജ് ഓഫ് AI എന്ന ടൈറ്റിലോട് കൂടിയാണ് 2025 ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പുറത്തു വന്നത്. 2022 ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഇന്ത്യ അവിടെ 133 റാങ്കിലായിരുന്നു ഉണ്ടായിരുന്നത്. 3 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിയിട്ട് ഇന്ത്യ 2025 എന്താണ് 130 റാങ്കിങ്ങിലേക്ക് വന്നു അല്ലെ. ഇന്ത്യസ് അഡ്വാൻസ്ഡ് ടു ദ 130th rank in 2025 Human Development Report, improving from 133rd in 2022 according to United Nations Development Program. UNDP ആണ് ഈ പറഞ്ഞ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ടും കാര്യങ്ങളും തയ്യാറാക്കുന്നത്. സോ അവര് കൊടുത്ത ഹെഡിങ് ഒക്കെ ടൈറ്റിലൊക്കെ ഒന്ന് വായിക്കണം, പഠിച്ചു വെക്കണം. എ മാറ്റർ ഓഫ് ചോയ്സ് പീപ്പിൾ ആൻഡ് പോസിബിലിറ്റീസ് ഇൻ ദ ഏജ് ഓഫ് AI. ഇന്ത്യസ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് value has increased from 0.676 in 2022 to 0.685 in 2023. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യ എന്താണ് മീഡിയം ഹ്യൂമൻ ഡെവലപ്മെന്റ് കാറ്റഗറിയിലാണ് വരുന്നത്. ഇനി ഇതിൽ റാങ്കിങ്ങിൽ ഒന്നാമതുള്ള രാജ്യം ചോദിച്ചാൽ 0.972, അതിൽ 1 കിട്ടിയ ഹാപ്പിയസ്റ്റ് കൺട്രി എന്നാണ് പൊതുവെ പറയാറുള്ളത്. 0 to 1 ആണ് റാങ്കിങ് വരുന്നത്. 0 എന്ന് പറയുമ്പോൾ ലീസ്റ്റ് ഹാപ്പിയസ്റ്റ് അല്ലെങ്കിൽ അൺഹാപ്പി കൺട്രി എന്നും 1 കിട്ടിയ ഹാപ്പിയസ്റ്റ്. ഇവിടെ 0.972 ആണ് ഐസ്ലാൻഡ്. അവരാണ് ഹാപ്പിയസ്റ്റ് കൺട്രി ആയിട്ട് പറയുന്നത്. സോറി, ഹാപ്പിയസ്റ്റ് അല്ല, ഹ്യൂമൻ ഡെവലപ്മെന്റിൽ 0 to 1 ഹാപ്പിയസ്റ്റ്. ഞാൻ നേരത്തെ ഹാപ്പി ആലോചിച്ചു. ഓക്കെ, 0 to 1 ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ലീസ്റ്റ് ആണ്, ഇവിടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഹയസ്റ്റ് ആണ്. 0 to 1 0.972 ആണ് ഐസ്ലാൻഡ്. ഒന്ന് ഓർത്ത് വെച്ചാൽ സൗത്ത് സുഡാനാണ് ഏറ്റവും താഴെ വരുന്നത് 0.388. കേരള ലോഞ്ചസ് ജ്യോതി സ്കീം ടു എഡ്യൂക്കേറ്റ് മൈഗ്രന്റ് ചിൽഡ്രൻ. കേരളത്തിൽ ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട് അല്ലേ. അവർ കേരളത്തിൽ ജോലി തേടി വന്ന് ഇപ്പം കേരളത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ നിൽക്കുന്ന ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്. ഇവിടെ ജോലി ചെയ്യുന്നു, അവരിവിടെ കുടുംബമായിട്ട് നിൽക്കുന്നു, മക്കളും അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുന്നു. സോ അവർക്കുള്ള വിദ്യാഭ്യാസം കൂടെ ഇപ്പം കേരള സംസ്ഥാന സർക്കാരിന് ഒരു ബാധ്യത അല്ലെങ്കിൽ അവരുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് മാറിയിട്ടുണ്ട്. എല്ലാവരും ഇന്ത്യയിലെ ആളുകൾ തന്നെയാണ്. സോ അവരെന്താണ് ഇവിടെയുള്ള കുട്ടികളെ അവർക്ക് കേരളത്തിന്റെ എല്ലാ സ്കീംസും കാര്യങ്ങളും അവർക്ക് നൽകിയെന്നല്ല, അവർക്ക് അവരുടെ സംസ്ഥാനം കാര്യങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായുള്ള വിദ്യാഭ്യാസം അത് ഭരണഘടന നൽകുന്ന വിദ്യാഭ്യാസമാണ്. അത് ഇന്ന് സംസ്ഥാനം നൽകാൻ വേണ്ടി പാടുള്ളൂ എന്നൊന്നുമില്ല, ഭരണഘടനയിൽ പറയുന്നതായതുകൊണ്ട് കേരളത്തിന് കൂടെ ഉത്തരവാദിത്തമാണ്. സോ അങ്ങനെ അന്യസംസ്ഥാന തൊഴിലാളികൾ അല്ലെങ്കിൽ മൈഗ്രന്റ് വർക്കേഴ്സിന്റെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമായിട്ട് നൽകാൻ വേണ്ടിയിട്ട് ജ്യോതി എന്ന് പറയുന്ന പദ്ധതിയാണ് റീസെന്റ് ആയിട്ട് നമ്മുടെ കേരള ഗവൺമെന്റ് ലോഞ്ച് ചെയ്തത്. Kerala has launched the Jyoti scheme to provide free primary education to children of migrant workers in the state. The scheme aims to ensure that these children who may face difficulties in accessing education due to financial constraints receive the necessary support to attend school. Okay. സോ ഇനി സാമ്പത്തികപരമായുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിൽ സൗജന്യമായിട്ട് പഠിക്കാം, അത് തന്നെയാണ് അതിലൂടെ പറയുന്നത്. ജ്യോതി എന്ന് പറഞ്ഞ പദ്ധതി ഒന്ന് ഓർത്തു വയ്ക്കണം. കോഴിക്കോട് ജോയിൻസ് WHO's ഗ്ലോബൽ ഏജ് ഫ്രണ്ട്ലി സിറ്റീസ് നെറ്റ്വർക്ക്. റീസെന്റ് ആയിട്ട് എന്താണ് കോഴിക്കോട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഗ്ലോബൽ ഏജ് ഫ്രണ്ട്ലി സിറ്റീസ് നെറ്റ്വർക്കിലേക്ക് ഭാഗമായിട്ട് വന്നു അല്ലെ. GNAFCC അല്ലെങ്കിൽ ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ഏജ് ഫ്രണ്ട്ലി സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. കോഴിക്കോട് ഹാസ് ബീൻ ഒഫീഷ്യലി ഇൻഡക്റ്റഡ് ഇൻ ടു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ഏജ് ഫ്രണ്ട്ലി സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസിൽ ഭാഗമായിട്ടുണ്ട്. അതൊന്ന് ഓർത്തു വയ്ക്കണം. ഇത്തരത്തില് വന്ന് ആദ്യത്തെ ഇന്ത്യൻ സിറ്റിയാണെന്ന് കൂടെ ഓർത്തു വെക്കണം. ദിസ് ഡിസ്റ്റിങ്ഷൻ മാർക്സ് സിഗ്നിഫിക്കൻറ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് സിറ്റീസ് കമ്മിറ്റ്മെന്റ് ടു ക്രിയേറ്റിംഗ് ആൻ ഇൻക്ലൂസീവ് സേഫ് ആൻഡ് സപ്പോർട്ടീവ് എൻവയോൺമെന്റ് ഫോർ ഏജിംഗ് പോപ്പുലേഷൻ. അതായത് സീനിയർ സിറ്റിസൺസിന് എന്താണ് അനുയോജ്യമായുള്ളൊരു സിറ്റി എന്ന രീതിയിലാണ് വരുന്നത്. 2010 ഈ പറയുന്ന WHO ഭാഗമായിട്ട് ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ഏജിംഗ് ഫ്രണ്ട്ലി സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് വരുന്നത്. ഓൾറെഡി 50-ലധികം രാജ്യങ്ങൾ മൊത്തത്തിൽ ലോകത്തിൽ അക്രോസ് ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. കുമുദിനി ലാഖ്യ കഥക് ലെജൻഡ് പാസ്ഡ് അവേ. വളരെ ഫേമസ് ആയിട്ടുള്ള കഥക് നൃത്തവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് കുമുദിനി ലാഖ്യ. ഈ കുമുദിനി ലാഖ്യയുമായിട്ട് ബന്ധപ്പെട്ട ഓൾറെഡി പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞു. നമുക്ക് പഠിക്കേണ്ട കാര്യം എന്താണ്, കുമുദിനി ലാഖ്യ എന്ന് പറയുന്ന ആ ഒരു കഥക് ഡാൻസർ ഉണ്ടല്ലോ, അവരുമായിട്ട് ബന്ധപ്പെട്ട അവാർഡുകളും കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. കുമുദിനി ലാഖ്യ ഈസ് എൻ ഇന്ത്യൻ കഥക് ഡാൻസർ ആൻഡ് കൊറിയോഗ്രാഫർ ബേസ്ഡ് ഇൻ അഹമ്മദാബാദ്, ഗുജറാത്തിൽ അഹമ്മദാബാദ് ബേസ് ചെയ്തിട്ടുള്ള കൊറിയോഗ്രാഫർ അതുപോലെ കഥക് ഡാൻസർ ഒക്കെയാണ് കുമുദിനി ലാഖ്യ. ഹി ഫൗണ്ടഡ് കടംബ് സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്. കടംബ് സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്കിന്റെ ഫൗണ്ടർ ഒക്കെയാണ് കുമുദിനി ലാഖ്യ. ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ഡാൻസ് മ്യൂസിക് 1967 ആരംഭിച്ച ഒരു ഇന്ത്യൻ ഡാൻസ് ആൻഡ് മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കടംബ് സ്കൂൾ ഓഫ് ഡാൻസ്. അതിന്റെ ഫൗണ്ടർ ആണ് അവർ. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ
ഇന്ത്യസ് ഓൺ മാർത്താ ഗ്രഹാം എന്ന പേര് കൂടെ എന്താണ് കുമുദിനിലാക്കി അറിയപ്പെടാറുണ്ട്. കാരണം നമ്മുടെ ഇന്ത്യയിലെ കഥക നൃത്തവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു ലോക പ്രശസ്തി നൽകിയ വ്യക്തി കൂടിയാണ് കുമുദിനി ലാക്കി. അതുകൊണ്ടാണ് അവർ ആ ഒരു പേരിലൊക്കെ അറിയപ്പെടുന്ന മാർത്താ ഗ്രഹാം ഓഫ് ഇന്ത്യ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത്. ഓക്കെ. പത്മശ്രീ ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1987 പത്മശ്രീയും പത്മഭൂഷണും പത്മവിഭൂഷണും 3 അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 1987 പത്മശ്രീ അവാർഡ് ആദ്യമായി ലഭിച്ചു. 2010 പത്മഭൂഷൺ ലഭിച്ചു. പിന്നെ അതിൽ ഏറ്റവും ഉയർന്ന റെക്കഗ്നീഷൻ ആയുള്ള പത്മവിഭൂഷൺ 2025 ലഭിച്ചു. ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട മേഖലയ്ക്കാണ് ലഭിച്ചത്. 2022-23 കാളിദാസ് സമ്മാൻ, അതുപോലെ 1982 സംഗീത നാടക അക്കാദമി അവാർഡ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വയ്ക്കണം. മാരിയോ വാർഗാസ് ലൂസ എ നോബൽ അവാർഡ് വിന്നർ പാസ്ഡ് അവേ. വളരെ ഫേമസ് ആയിട്ടുള്ള നൊബേൽ അവാർഡൊക്കെ ലഭിച്ച വ്യക്തിയാണ് മാരിയോ വാർഗാസ് ലൂസ. അദ്ദേഹം റീസെന്റ് ആയിട്ട് മരണപ്പെട്ടു അല്ലേ. സോ അദ്ദേഹത്തിന് ഏത് വർഷമാണ് നൊബേൽ ലഭിച്ചത്, ഏത് മേഖല അല്ലെങ്കിൽ ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണ് നൊബേൽ ലഭിച്ചത്, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. മരിയോസ് വർഗാസ് ലൂസ, ദ റെനോൺഡ് പെറൂവിയൻ നോവലിസ്റ്റ്, എസ്സേയിസ്റ്റ് ആൻഡ് ജേർണലിസ്റ്റ്, പാസ്ഡ് അവേ ഏപ്രിൽ 14, 2025 2025 ഏപ്രിൽ 14 തീയതിയാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള പെറു ബേസ് ചെയ്തുള്ള നോവലിസ്റ്റ്, അതുപോലെ എസ്സേയിസ്റ്റ്, ജേർണലിസ്റ്റ് ഒക്കെയാണ് ഇദ്ദേഹം. 2010 സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട നൊബേൽ സമ്മാനമാണ് ഇദ്ദേഹത്തിന് ലഭിച്ചത്. ഇദ്ദേഹത്തിന്റെ നോട്ടബിൾ വർക്ക്സ് നോക്കുകയാണെങ്കിൽ ദ ടൈം ഓഫ് ദ ഹീറോ, ദ ഗ്രീൻ ഹൗസ്, ദ വാർ ഓഫ് ദ എൻഡ് ഓഫ് ദ വേൾഡ്, ദ ഫീസ്റ്റ് ഓഫ് ദ ഗോഡ്, ഹാർഷ് ടൈംസ്, ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നോവൽസ് എന്ന് കൂടെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഓക്കെ. ലോഗോ അൺവെയിൽഡ് ഫോർ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട ലോഗോ അൺവീൽ ചെയ്തിട്ടുണ്ട്. ലോഗോയും കാര്യങ്ങളൊക്കെ മസ്കോട്ടൊക്കെ അൺവീൽ ചെയ്തിട്ടുണ്ട്. സോ പരീക്ഷയ്ക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ചോദ്യം, ഇത് നടന്ന സിറ്റീസ്, നമ്മൾ 5 സിറ്റീസും പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് ചോദിക്കുകയും ചെയ്തു. ബീഹാർ വിൽ ഹോസ്റ്റ് 7th എഡിഷൻ ഓഫ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 ഫ്രം ദ 4th to 15th May. ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. ബീഹാറിൽ വെച്ചിട്ടാണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ 7th എഡിഷൻ നടത്തുന്നത് ഓർത്ത് വെച്ചാൽ മതി. ദി ഗെയിംസ് വിൽ ബി ഓർഗനൈസ്ഡ് അറ്റ് വേരിയസ് സിറ്റീസ് ഇൻക്ലൂഡ് പാട്ന, ഗയ, രാജ്ഗിർ, അതുപോലെ തന്നെ ബഗുസാരെ, ഭാഗൽപൂർ, ഇവിടെയൊക്കെ വെച്ചിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ചീഫ് മിനിസ്റ്റർ നിതീഷ് കുമാർ ആൻഡ് യൂണിയൻ സ്പോർട്സ് മിനിസ്റ്റർ ഡോക്ടർ മൻസുഖ് മണ്ഡാവിയ അൺവെയിൽ ദ മസ്കോട്ട് ആൻഡ് ലോഗോ ഓഫ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025. അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യം ഒന്നിതാണ്. ഇത് ചോദിച്ചു കഴിഞ്ഞു ഓൾറെഡി. പാട്ന, ഗയ, രാജ്ഗീർ, ബഗുസായി, ബഗൽപൂർ അവിടെ വെച്ചിട്ട്, അതുപോലെ ഗജസിംഹയാണ് ഇതിന്റെ മസ്കോട്ട്. ഡിഫൻസ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കലാം ആൻഡ് കവച് 2.0. റീസെന്റ് ആയിട്ട് നമ്മുടെ ഇന്ത്യയിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട ഡിഫൻസ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലാണ് കലാം, അതുപോലെ തന്നെ കവച് 2.0. The Center for Joint Warfare Studies under the aegis of Headquarters Integrated Defense Staff of the Ministry of Defense in collaboration with the Pentagon Press hosted the 2nd edition of Defense Literature Festival Kalam and Kavach 2.0 in ന്യൂഡൽഹി. സോ 2025 നടന്ന വളരെ പ്രധാനപ്പെട്ട ഡിഫൻസ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലാണ് കലാം, അതുപോലെ കവച് 2.0. അതിന്റെ തീമൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. സെക്യൂറിംഗ് ഇന്ത്യാസ് റൈസ് ത്രൂ ഡിഫൻസ് റിഫോംസ് എന്നാണ് തീം. അതുപോലെ 2025 എന്ന് പറഞ്ഞ വർഷത്തെ ഓൾറെഡി നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ഇയർ ഓഫ് റിഫോംസ് ഫോർ ഇന്ത്യൻ ആർമഡ് ഫോഴ്സസ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ജോയിന്റ് മിലിറ്ററി എക്സൈസ് ഡസ്ലിക് 6 ബിഗിൻസ് അറ്റ് അനന്ത് പൂനെ. ജോയിന്റ് മിലിറ്ററി എക്സൈസ് ആണ്. ഒരുപാട് ജോയിന്റ് മിലിറ്ററി എക്സൈസ് ഓൾറെഡി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞു. അതൊക്കെ ചോദ്യങ്ങളായിട്ട് വരുന്നത് കൊണ്ടാണോ വീണ്ടും വീണ്ടും നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരുന്നത്. സോ ഈ ഒരു എക്സൈസ് ഏതാണ്? ഡസ്ലിക് 6 ആണ്. എവിടെ വെച്ചിട്ടാണ്? പൂനെയിൽ അനന്തിൽ വെച്ചിട്ടാണ് ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ജോയിന്റ് മിലിറ്ററി എക്സൈസ് ആയിട്ടുള്ള ഡസ്ലിക് 6 നടന്നിട്ടുള്ളത്. ദ 6th എഡിഷൻ ഓഫ് ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ജോയിന്റ് മിലിറ്ററി എക്സൈസ് ഡസ്ലിക് 6 ഹാസ് കമൻസ്ഡ് അറ്റ് 4 ട്രെയിനിങ് നോഡ് പൂനെ അനന്ത്. പൂനെയിൽ അനന്തിൽ വെച്ചിട്ടാണ് ഇത് നടന്നത്. ദ പ്രീവിയസ് എഡിഷൻ took place in ഹെർമിസ് ഡിസ്ട്രിക്ട് ഉസ്ബെക്കിസ്ഥാനിൽ ഏപ്രിൽ 2024. 2024 ഇതിന്റെ മുന്നത്തെ എഡിഷൻ. നമുക്ക് ആവശ്യമില്ല. നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ഇത് ആരൊക്കെ തമ്മിലാണ്, എത്രാമത്തെ എഡിഷനാണ്. ഓക്കെ. ഭഗവത്ഗീത ആൻഡ് നാട്യശാസ്ത്ര ആഡഡ് ടു യുനെസ്കോസ് മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്റർ. ഇത് PSCക്കും അതുപോലെ SSCക്കും RRBക്കും എല്ലാത്തിനും വന്നിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. അതായത് യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്ട്രാറിലേക്ക് ഭഗവത്ഗീതയും നാട്യശാസ്ത്രയും എന്താണ് ഉൾപ്പെടുത്തപ്പെട്ടു അല്ലേ. അതാണ് നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത്. The Bhagavad Gita and Natya Shastra has been added to UNESCO's Memory of a World Register, which preserves documentary heritage of global significance. So, ഈ 2 കാര്യങ്ങൾ എന്താണ് വളരെയധികം പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. ഇത്
നമ്മൾ എന്താണ് ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് യുനെസ്കോയുടെ തന്നെ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്ററിലേക്ക് ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണെന്ന് തീരുമാനം വരികയും അങ്ങനെ ഭഗവത്ഗീതയും നാട്യശാസ്ത്രം അതിന്റെ ഭാഗമായിട്ട് ആഡ് ചെയ്യപ്പെടുകയും ചെയ്തു. ഭഗവത്ഗീത 700 വേഴ്സ് ഫിലോസഫിക്കൽ ഡയലോഗ് ആട്രിബ്യൂട്ടഡ് ടു സേജ് വ്യാസ. ആരാണ്? വേദവ്യാസനാണ് എഴുതിയുള്ളത് അല്ലേ. ഇസ് എംബഡഡ് ഇൻ മഹാഭാരത ഭീഷ്മപർവ. ഭീഷ്മപർവത്തിലാണ് വരുന്നത്. നാട്യശാസ്ത്ര ആട്രിബ്യൂട്ടഡ് ടു സേജ് ഭരതമുനിയുടെ നാട്യശാസ്ത്രം അല്ലേ. ഇസ് ആൻഷ്യൻ സാൻസ്കൃത് ട്രീറ്റൈസ് ഓൺ പെർഫോമിംഗ് ആർട്സ് വിച്ച് അറൌണ്ട് 36,000 വേഴ്സസ് 36,000 ഗദ്യഭാഗങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇനി യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്റർ നോക്കുകയാണെങ്കിൽ 1992 ഇത് ലോഞ്ച് ചെയ്യപ്പെടുന്നത്. ലോഞ്ച് 1992 യുനെസ്കോസ് മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്റർ പ്രോഗ്രാം എയിംസ് ടു പ്രിസർവ് വേൾഡ് ഹെറിറ്റേജ് ഇൻ manuscripts, ഓറൽ ട്രഡീഷൻ ആൻഡ് ഓഡിയോ വിഷ്വൽസ്. ഓൾറെഡി എന്താണ് നമ്മുടെ ഋഗ്വേദ 2005 അതുപോലെ അഭിനവ ഗുപ്തയുടെ വർക്ക്സ് 2023 എണ്ണയും സമ്മിറ്റ് ആർക്കൈവ്സ് 2023 ഇതിന്റെ ഭാഗമായിട്ട് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ 2025 ഭഗവത്ഗീതയും നാട്യശാസ്ത്രയും വന്ന കാര്യം കൂടെ നിങ്ങളൊന്ന് അഡീഷണൽ ആയിട്ട് അവിടെ ചേർത്താൽ മതി. 50 ഇയേഴ്സ് ഓഫ് ആര്യഭട്ട സാറ്റലൈറ്റ്. നമ്മുടെ ഇന്ത്യയിൽ തദ്ദേശീയമായിട്ട് ഡെവലപ്പ് ചെയ്ത ആദ്യ സാറ്റലൈറ്റ് ആയിരുന്നു ആര്യഭട്ട. വളരെ ഫേമസ് ആയിട്ടുള്ള മാത്തമാറ്റീഷ്യൻ അതുപോലെ തന്നെ ആസ്ട്രോണമർ ഒക്കെ ആയിട്ടുള്ള ആര്യഭട്ടയുടെ പേരിലാണ് ഇതിനെന്താണ് പേര് നൽകിയത്. ഇന്ത്യസ് കോമമറേറ്റിംഗ് 50th ആനിവേഴ്സറി ഓഫ് ആര്യഭട്ട, ദ നേഷൻസ് ഫസ്റ്റ് ഇൻഡിജിനസ്ലി ബിൽറ്റ് സാറ്റലൈറ്റ്. നമ്മുടെ രാജ്യത്ത് തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആദ്യ സാറ്റലൈറ്റ് ആണ് ഏത്? ആര്യഭട്ട. 1975 ഏപ്രിൽ 19 ഇത് ഡെവലപ്പ് ചെയ്തത്. സോ 2025 എത്തി നിൽക്കുമെന്നാണ്. 50 വർഷങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ആസ്ട്രോണമറും മാത്തമാറ്റീഷ്യനും ഒക്കെയുള്ള ആര്യഭട്ടയുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ISRO ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആണ് ഇത് ഡിസൈനും ഡെവലപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടെ ഒന്ന് ഓർത്തു വയ്ക്കണം. ആര്യഭട്ട 26 സൈഡുള്ള പോളി ഹെഡറായിട്ടാണ് ഡെവലപ്പ് ചെയ്ത്. ഏതാണ്ട് 1.4 മീറ്റർ അതിന് ഡയമീറ്റർ ഉണ്ട്. 360 കിലോഗ്രാം. ഇന്ന് നമ്മൾ നോക്കും 4000 ആ ഒരു റേഞ്ചിലൊക്കെയാണ് വെയിറ്റ് ഒക്കെ വരുന്ന സാറ്റലൈറ്റ് ഒക്കെ അല്ലേ. അന്നാകെ 360 കിലോഗ്രാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എക്സെപ്റ്റ് ഫോർ ദ ടോപ്പ് ആൻഡ് ബോട്ടം ഇറ്റ് റിമൈനിങ് 24 ഫേസസ്. ഇനി ടോപ്പും ബോട്ടം ഒഴിവാക്കിയാൽ 24 ഫേസസ് അതിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പോളി ഹെഡർ എന്ന് പറഞ്ഞത്. ചുറ്റുമായിട്ട് സോളാർ പാനലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സിംലിപാർ ഒഫീഷ്യലി അക്കോർഡ് ആസ് നാഷണൽ പാർക്ക് സ്റ്റാറ്റസ്. ഒഡീഷയിലെ സിംലിപാർ ടൈഗർ റിസർവിനെ കുറിച്ച് പരീക്ഷയ്ക്ക് സ്ഥിരം നമ്മൾ ചോദ്യങ്ങൾ കാണാറുണ്ട് അല്ലേ. ആ ഒരു ടൈഗർ റിസർവ് എന്താണ്? സിംലിപാർ ടൈഗർ റിസർവ് ഒഫീഷ്യലി നാഷണൽ പാർക്ക് സ്റ്റാറ്റസ് ലഭിച്ചു. അതിന് ഒഫീഷ്യലി എന്താണ്? നാഷണൽ പാർക്ക് സ്റ്റാറ്റസ് ലഭിച്ചിരിക്കുകയാണ്. ദ സിംലിപാർ ടൈഗർ റിസർവ് ഇൻ ഒഡീഷ, ഇന്ത്യ ഹാസ് ബീൻ ഒഫീഷ്യലി ഡിക്ലെയർഡ് നാഷണൽ പാർക്ക്. ദിസ് ഡെസിഗ്നേഷൻ മാർക്ക് 107th നാഷണൽ പാർക്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ എത്രാമത്തെ നാഷണൽ പാർക്കായിട്ടാണ് സിംലിപാർ നാഷണൽ പാർക്ക് വന്നത്? 107th നാഷണൽ പാർക്കായിട്ടാണ് അല്ലേ. അതുപോലെ തന്നെ ഒഡീഷയിലെ ലാർജസ്റ്റ് നാഷണൽ പാർക്കായിട്ട് കൂടെ ഇത് മാറിയിട്ടുണ്ടെന്ന് ഓർത്തു വയ്ക്കണം. ഫോമർ ISRO ചെയർമാൻ കെ കസ്തൂരി രംഗൻ പാസസ് അവേ. വളരെ ഫേമസ് ആയുള്ള ഒരു വ്യക്തിയാണ് കസ്തൂരി രംഗൻ. അദ്ദേഹം റീസെന്റ് ആയിട്ട് മരണപ്പെട്ടു. ഫോമർ ISRO ചെയർമാൻ ആൻഡ് ഈ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യസ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. ഇന്ത്യയുടെ NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് കസ്തൂരി രംഗൻ കമ്മിറ്റിയെ കുറിച്ച് പഠിച്ചിട്ടില്ല. സോ ഡോക്ടർ കസ്തൂരി രംഗൻ എന്നാണ് മരണപ്പെട്ടു. As chairman of ISRO, Dr. Kasturi Rangan played a pivotal role in development of Polar Satellite Launch Vehicle (PSLV) development, which went on to become India's most reliable satellite launcher. PSLVയുടെ ഡെവലപ്മെന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പേരുകളിൽ ഒന്ന് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഓക്കെ. അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ ആൻഡ് NIIT യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ വൈസ് ചാൻസലർ ആയിട്ടാണ് ഇദ്ദേഹം ഉണ്ടായിരുന്നത്. 2003 ആര്യഭട്ട അവാർഡും 2000 പത്മവിഭൂഷൺ അവാർഡും 1992 പത്മഭൂഷൺ അവാർഡും 1982 പത്മശ്രീ അവാർഡും. താഴെ നിന്ന് മുകളിലോട്ട് വായിക്കണം. ഓക്കെ. ആദ്യം നൽകുന്ന എന്താണ്? പത്മശ്രീ ആണല്ലേ. പത്മശ്രീ അവാർഡ്, പിന്നെ പത്മഭൂഷൺ അവാർഡ്, പിന്നെ പത്മവിഭൂഷൺ അവാർഡ്. അങ്ങനെയാണ് ആ ഒരു ഓർഡർ വരുന്നത്. ഈ വാസ് എ മെമ്പർ ഓഫ് രാജ്യസഭ 2003 തൊട്ട് 2009 വരെ രാജ്യസഭ അംഗമായിരുന്നു. ആൻഡ് എ ഫോമർ മെമ്പർ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ പിന്നീട് നീതി ആയോഗമായി മാറിയല്ലോ, അതിന്റെ അംഗമായിരുന്നു. ഹി വാസ് ഓൾസോ ദ ഡയറക്ടർ ഓഫ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ബാംഗ്ലൂർ. അതിന്റെ ഡയറക്ടർ ആയിരുന്നു 2004 തൊട്ട് 2009 വരെ. അതുപോലെ തന്നെ വെസ്റ്റേൺ ഗാർഡ്സിനെ കുറിച്ച് പഠിച്ച കമ്മിറ്റിയും ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയായിരുന്നു. അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഓക്കെ. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ ഞാൻ പറഞ്ഞല്ലോ. സൂര്യവംശി യങ്ങസ്റ്റ് സ്മാഷ് IPL സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി. ആ റെക്കോർഡ് ഈ ലാസ്റ്റ് IPL പുള്ളി മറികടന്നതിനെ ജസ്റ്റ് മിസ്. ഓക്കെ. ക്രിസ് ഗെയിലിന്റെ റെക്കോർഡ് അവിടെ സേഫ് ആയിട്ട് കിടപ്പുണ്ട്. അത് ഈ വർഷം മറികടന്നതിനെ പറ്റിയില്ല പുള്ളിക്ക്. പോട്ടെ. ഓക്കെ. 14-year-old Vaibhav Suryavanshi has made history in the IPL by becoming the youngest player to score century and achieving the second fastest century in league's history. അതായത് IPL സെഞ്ചുറി സ്വന്തമാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം
IPL ഏറ്റവും വേഗതയേറിയ രണ്ടാമത്തെ സെഞ്ചുറി ആ ഒരു നേട്ടമൊക്കെ ആര് സ്വന്തമാക്കി? വൈഭവ് സൂര്യവംശി രാജസ്ഥാൻ റോയൽസിന്റെ താരമാണ് വൈഭവ് സൂര്യവംശി. വെറും 35 പന്തുകളിൽ നിന്നുമാണ് വൈഭവ് സൂര്യവംശി ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത്. അതുപോലെ തന്നെ യങ്ങസ്റ്റ് IPL ഡെബ്യൂട്ടന്റ് ആയിട്ടും പറയാൻ വേണ്ടി സാധിക്കും നമുക്കല്ലെ. 14 വയസ്സും 23 ദിവസവും പ്രായമുള്ള സമയത്താണ് IPL ഡെബ്യൂ അല്ലെങ്കിൽ IPL ആദ്യമായിട്ട് അദ്ദേഹം കളിക്കുന്നത്. PM മോദി ഡെഡിക്കേറ്റ്സ് 8,800 crore വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് നേഷൻ. 8,800 കോടി മുതൽ മുടക്കിൽ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്. ഇതൊരു മൾട്ടി പർപ്പസ് സീപോർട്ടാണ്, ഇന്റർനാഷണൽ ഡീപ് വാട്ടർ സീപോർട്ടാണ്. ഡീറ്റെയിൽ ഒക്കെ ഞാൻ പറഞ്ഞത് കേരളത്തിൽ തിരുവനന്തപുരത്ത് 2025 മെയ് 2-ാം തീയതിയാണ് പ്രധാനമന്ത്രി സമർപ്പിച്ചത്. അതുപോലെ തന്നെ ആ ഒരു ദിനം എന്ന് പറയുന്ന ആദി ശങ്കരാചാര്യയുടെ ബർത്ത് ആനിവേഴ്സറി കൂടിയായിരുന്നു ആ ഒരു ദിനം. ഓക്കെ, ഫസ്റ്റ് ഡീപ് വാട്ടർ മൾട്ടിപർപ്പസ് ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് ഓഫ് ഇന്ത്യ കൂടിയാണ് ഇത്. മെയിനായിട്ട് റെഡ്യൂസ് ഇന്ത്യസ് ഡിപ്പെൻഡൻസ് ഓൺ ഫോറിൻ പോർട്സ്. ട്രാൻസ്ഷിപ്മെന്റ് കാര്യങ്ങളുണ്ടല്ലോ, കറണ്ട് 75% നമ്മൾ വിദേശ ഇപ്പം ശ്രീലങ്കൻ പോർട്ടുകളിലും അതുപോലെ പോർട്ടുകളിലൊക്കെ ഇറക്കിയിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ആ ഒരു കോസ്റ്റും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മോഡലിലാണിത്. അദാനി പോർട്ടാണിത് കൈകാര്യം ചെയ്യുന്നത്. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അതുപോലെ തന്നെ സാഗർമാല പ്രൊജക്ട് മോഡേണൈസ് പ്രൊജക്ട് പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കണക്ടിവിറ്റിയാണ് സാഗർമാല പ്രൊജക്ടിന്റെ ലക്ഷ്യം. അതുപോലെ PM ഗതിശക്തി പ്രൊജക്ട് ഒക്കെ ഒന്ന് ഓർത്തു വെക്കണം. ഓപ്പറേഷൻ ഹോക്ക് 2025 2025 ലോഞ്ച് ചെയ്ത സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ ഹോക്ക്. ഓപ്പറേഷൻ ഹോക്ക് എ സ്പെഷ്യൽ ആൻഡ് സൈബർ ക്രൈം initiative launched by CBI, Central Bureau of Investigation. It aims to identify the prosecute individual involved in online child sexual exploitation with international digital footprint. അതായത് കുട്ടികളുടെ ആ ഒരു സെക്ഷൽ കണ്ടന്റും കാര്യങ്ങളും അത് തന്നെ വളരെ വലിയ ക്രൈമാണല്ലേ. സോ അത് പ്രചരിപ്പിക്കുക, അത് കുട്ടികൾ എന്താണ് കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് അത് പ്രചരിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ ശക്തമായിട്ട് ഇന്ത്യയിൽ നിന്ന് വിലയ്ക്കാനും അവരെന്താണ് കൃത്യമായിട്ട് പണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് CBI ഓപ്പറേഷൻ ഹോക്ക് എന്ന രീതിയിലുള്ള പദ്ധതി ലോഞ്ച് ചെയ്തത്. ഒബ്ജക്റ്റീവ് ഡിസ്മാൻഡിൽ ഓർഗനൈസ്ഡ് സൈബർ നെറ്റ്വർക്ക് ടാർഗറ്റ് മൈനർ ഓൺലൈൻ. ഓക്കെ, അതുപോലെ ഓപ്പറേഷൻ കാർബൺ 2021 ലോഞ്ച് ചെയ്ത പദ്ധതിയാണ്. അത് ഡാർക്ക് വെബ് യൂസേഴ്സ് എന്താണ് അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വന്നു. പിന്നെ ഓപ്പറേഷൻ മേക്ക് ചക്ര എന്താണ് conducted pan India raids based on Interpol inputs result in large scale digitalized seizure and arrest. അത്തരത്തിൽ എന്താണ് CBI നടത്തിയ വിവിധ പദ്ധതികളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇന്ത്യസ് ഫസ്റ്റ് ഗോൾഡ് മെൽറ്റിംഗ് ATM അൺവെയിൽഡ് ബൈ ഗോൾഡ് സിക്ക. എന്താണ് കാര്യം? നമ്മൾ സാധാരണയായിട്ട് പൈസയൊക്കെ പിൻവലിക്കുന്ന ATM-ഉം അതുപോലെ തന്നെ റീസെന്റ് ആയിട്ട് ഗ്രെയിൻ ATM നമ്മൾ ആ ഒരു കാർഡും കാര്യങ്ങളും കൃത്യമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത്ര കിലോ ഗോതമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രെയിൻ ATM ഒക്കെ കേട്ടിട്ടുണ്ടല്ലേ. സോ ATM അതിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താ? നമ്മൾ ഒരു കാർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഡിവൈസ് നമ്മളവിടെ കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് പൈസയോ അല്ലെങ്കിൽ ഗ്രെയിൻസോ അങ്ങനെയുള്ള കാര്യങ്ങൾ ലഭിക്കുന്നു അല്ലേ. ഇതേ പരിപാടി ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്നാലോ? അങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇതുപോലെ ഗോൾഡ് മെൽറ്റ് ചെയ്തിട്ട് നമുക്കിപ്പം സപ്പോസ് നമ്മുടെ കയ്യിലുള്ള പഴയ ഗോൾഡ് ആണെങ്കിൽ അതിന്റെ പ്യൂരിറ്റിയും കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് അത് കൃത്യമായിട്ട് അതിന് ഈക്വൽ ആയിട്ടുള്ള ഗോൾഡോ പൈസയോ കാര്യങ്ങളോ നമുക്ക് ലഭിക്കുന്ന ഒരു മെഷീനാണ് ഈ പറയുന്ന ഗോൾഡ് സിക്ക ഡെവലപ്പ് ചെയ്ത് ഇന്ത്യയിൽ ആദ്യത്തെ ഗോൾഡ് മെൽറ്റിംഗ് ATM. അത് എവിടെയാ വന്നിട്ടുള്ളത് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. സോ ആ ഒരു കാര്യങ്ങൾ പരിശോധിക്കാം. ഹൈദരാബാദ് ബേസ്ഡ് ഫിൻടെക് കമ്പനി ഗോൾഡ് സിക് ഹാസ് ലോഞ്ച്ഡ് ആൻ ഇന്നോവേറ്റീവ് AI ഇന്റഗ്രേറ്റഡ് ഗോൾഡ് മെൽറ്റിംഗ് ATM ആണ് റീസെന്റ് ആയിട്ട് വന്നുള്ളത്. ദിസ് ഇന്നോവേറ്റീവ് മിഷൻ എനേബിൾസ് യൂസേഴ്സ് ബൈ സെൽ എക്സ്ചേഞ്ച് ലീസ് ഡിജിറ്റൈസ് ആൻഡ് മോണിറ്റൈസ് ഗോൾഡ് ഓൾ ത്രൂ ആൻ ഓട്ടോമേറ്റഡ് പ്രോസസ്. കംപ്ലീറ്റ് ഓട്ടോമേറ്റഡ് പ്രോസസ് ആണല്ലേ. ഇന്റഗ്രേറ്റഡ് വിത്ത് ഓഗ്മെന്റഡ് റിയാലിറ്റി AR എന്നൊക്കെ നമ്മൾ പറയും. VR AR എന്നൊക്കെ കേൾക്കാറില്ല. വിർച്വൽ റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി. ഓക്കെ, വിർച്വലി നമുക്ക് ഈ ഒരു കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഗോൾഡ് സിക്കയാണ് ഇന്ത്യയിൽ ആദ്യത്തെ റിയൽ ടൈം ഗോൾഡ് ATM-ഉം ലോഞ്ച് ചെയ്തത്. അവര് അന്ന് 2022 ഇന്ത്യയിൽ ആദ്യത്തെ റിയൽ ടൈം ഗോൾഡ് ATM കൊണ്ടുവന്നു. ഇപ്പം ഗോൾഡ് മെൽറ്റിംഗ് ATM ഹൈദരാബാദ് ബേസ് ചെയ്തിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യ അൺവീൽസ് ഫസ്റ്റ് ജീനോം എഡിറ്റഡ് റൈസ് വെറൈറ്റീസ്. നമ്മുടെ ഇന്ത്യയിൽ ആദ്യത്തെ ജീനോം എഡിറ്റഡ് റൈസ് വെറൈറ്റീസ് വന്നിരിക്കുകയാണ്. ഇത് പരീക്ഷയ്ക്ക് വന്ന ചോദ്യമായിരുന്നു. കഴിഞ്ഞ NTPC പരീക്ഷയ്ക്കാണെന്ന് തോന്നുന്നു. ഇത് 2-3 ഷിഫ്റ്റുകളായിട്ട് ആവർത്തിച്ച് വന്ന ചോദ്യമായിരുന്നു. 2 ജീനോം എഡിറ്റഡ് റൈസ് വെറൈറ്റീസ് ആണ് റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്യപ്പെട്ടത്. ഒന്ന് DRR ഡൺ 100 അല്ലെ കമല എന്ന് പറയും. 2 പുസ DST റൈസ് 1. ഇത് രണ്ടുമാണ് എന്താണ് ജീനോം എഡിറ്റഡ് റൈസ് വെറൈറ്റീസ് എന്ന രീതിയിൽ ലോഞ്ച് ചെയ്തത്. അഗ്രികൾച്ചർ മിനിസ്റ്റർ ആയിരുന്ന ശിവരാജ് സിംഗ് ചൗഹാനാണ് ഈ 2 ജീനോം എഡിറ്റഡ് റൈസ് വെറൈറ്റീസ് ICAR ന്യൂഡൽഹിയിൽ
ലോഞ്ച് ചെയ്തത്. ഇന്ത്യസ് റിലീസ് ഇറ്റ്സ് ഫസ്റ്റ് ജീനോം എഡിറ്റർ റൈസ് വെറൈറ്റീസ് നെയിമിലെ DRR-100 കമല ആൻഡ് പുസ DST റൈസ് 1 എയിംഡ് അറ്റ് എൻഹാൻസിംഗ് yields, climate resilience and resource efficiency without introducing ഫോറിൻ DNA. മറ്റൊരു രീതിയിൽ ഫോറിൻ DNA ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ അവിടെ എന്താണ് ജസ്റ്റ് ജീനോം എഡിറ്റ് ചെയ്ത രീതിയിൽ ജീനോം എഡിറ്റഡ് ആയിട്ടുള്ള റൈസ് വെറൈറ്റീസ് വന്നിരിക്കുകയാണ്. ദേ ഹാവ് ബീൻ ഡെവലപ്ഡ് ബൈ ICAR. ആരാ ഡെവലപ്പ് ചെയ്തത്? ICAR, CRISPR ക്ലാസ് 9 ജീനോം എഡിറ്റിംഗ് ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഡെവലപ്പ് ചെയ്തത്. സോ ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു ഫോറിൻ DNA ഉപയോഗിക്കുന്നില്ല. ഓക്കെ, സോ ഒരു ഫോറിൻ DNA ഉപയോഗിക്കാതാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ രണ്ടും പരീക്ഷയ്ക്ക് ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് ഉണ്ടായിരുന്ന കാര്യമാണ്. DRR-100 അഥവാ കമല ഈസ് ബേസ്ഡ് ഓൺ പോപ്പുലർ സാംബ മഷൂറി വെറൈറ്റി. രണ്ടും റൈസ് ആണ്. സോ സാംബ മഷൂറി റൈസ് വെറൈറ്റിയെയാണ് ജീനോം എഡിറ്റ് ചെയ്തിട്ട് DRR-100 അഥവാ കമല ഡെവലപ്പ് ചെയ്തത്. ഇറ്റ് മെച്യൂർസ് 15 to 20 ഡേയ്സ് ഏർലിയർ ആൻഡ് yields 25% മോർ പ്രൊഡക്ഷൻ. 15-20 ദിവസം മുന്നേ എന്താണ് സാധാരണ ഈ ഒരു സാംബ മസൂരി വെറൈറ്റി ഈൽഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് തരുന്ന ദിവസം ഉണ്ടല്ലോ, അതിനേക്കാളും 15-20 ദിവസം കുറവ് മതി. അതുപോലെ അതിനേക്കാളും 25% കൂടുതൽ പ്രൊഡക്ഷൻ. അത് സപ്പോസ് നമുക്ക് 100 ടണ്ണ് തരുന്നുണ്ട്, ഇത് 125 ടണ്ണ് തരും, 125 ടണ്ണ് തരും അല്ലേ. ഇനി പുസ DST റൈസ് 1 is based on മരുത്രു 1010 വെറൈറ്റി ആൻഡ് എൻഹാൻസസ് ഡ്രോട്ട് ആൻഡ് സാൾട്ട് ടോളറൻസ്. ഓക്കെ, ഇതെന്താണ്? രണ്ടാമത്തെ റൈസ് വെറൈറ്റിയാണ് മരുട്ടറോ 1010. അതിന് മെയിൻ ആയിട്ടുള്ള കഴിവ് എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ ഒരു ജീനോം എഡിറ്റ് ചെയ്തപ്പോൾ വന്ന കഴിവ് എന്താണെന്ന് വെച്ചാൽ വരൾച്ചയും അതുപോലെ എന്താണ് ഉപ്പ് വെള്ളത്തെയും അതിജീവിക്കാൻ വേണ്ടി സാധിക്കും. അതൊന്നും ഓർത്തു വെച്ചാൽ മതി. ഓപ്പറേഷൻ സിന്ദൂർ, ഇന്ത്യ സ്ട്രൈക്സ് ബാക്സ് ഇൻ പാകിസ്ഥാൻ ആൻഡ് പാക് ഒക്യുപ്പൈഡ് കാശ്മീർ. 2025 നമ്മുടെ രാജ്യത്തെ ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു സംഭവമായിരുന്നു ആ ഒരു പഹൽഗാം അറ്റാക്ക് അല്ലെ. പഹൽഗാം അറ്റാക്കിൽ കുറച്ച് പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ടായിരുന്നു. ഒരു വല്ലാത്ത രീതിയിലൊരു അറ്റാക്ക് തന്നെയാണ് പാകിസ്ഥാൻ പിന്നെ ഇത് സ്ഥിരം പരിപാടിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഇന്ത്യ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഇന്ത്യ ചുമ്മാ നോക്കിയിരിക്കത്തില്ല. ശക്തമായുള്ള തിരിച്ചടി. ഇനി എന്താണ്, ഇനി ആ ഒരു ഓർമ്മ ഒരു 5-10 വർഷം നിൽക്കുന്ന രീതിയിൽ ശക്തമായുള്ള തിരിച്ചടി കൊടുക്കും. അങ്ങനെ ഇന്ത്യ കൊടുത്ത തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. പാകിസ്ഥാൻ ആണെങ്കിൽ എത്ര കിട്ടിയാലും നമ്മൾ പറയില്ല, എത്ര കിട്ടിയാലും ഉളുപ്പില്ല എന്ന് പറയില്ല. ഒരവസ്ഥയാണ് പാകിസ്ഥാന്റെ അവസ്ഥ. ഇതെന്താണ്, ഇത് ഒരു 5-10 വർഷത്തേക്കാ ഇങ്ങനെ ഒരു അടി കിട്ടി. ഇനിയിപ്പോൾ അങ്ങോട്ട് പോയിട്ട് ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ തിരിച്ച് നല്ല പണി കിട്ടുന്ന കാണുന്നതുകൊണ്ട് മിണ്ടാതിരിക്കും. പിന്നെ ഇതൊക്കെ ഒന്ന് എന്താണ് എല്ലാവരും ഓക്കെ ആയെന്ന് കാണുമ്പോൾ പിന്നെയും തുടങ്ങും. ഇതാണ് അവരുടെ പരിപാടി. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇന്ത്യ ലോഞ്ച് ഓപ്പറേഷൻ സിന്ദൂർ ഇൻ retaliation for April 2025 Pahalgam terrorist attack targeting 9 terrorist infrastructure site in Pakistan and Pak occupied Jammu Kashmir. പാകിസ്ഥാനിലും അതുപോലെ പാക് ഒക്യുപ്പൈഡ് ജമ്മു കാശ്മീരിലും പാകിസ്ഥാൻ ടെററിസ്റ്റ് സൈറ്റ്സ് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുകയും ആ ഒരു ഐഡന്റിഫൈ ചെയ്ത സൈറ്റ്സ് എന്താണ് അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കുകയും ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന ടെററിസ്റ്റിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്താണ് നശിപ്പിച്ചു കളഞ്ഞു. വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് ആൻഡ് കേണൽ സോഫിയ ഖുറേഷി ലെഡ് ദ ഇന്ത്യൻ ഗവൺമെന്റ്സ് ബ്രീഫിംഗ് അബൌട്ട് ദ ഓപ്പറേഷൻ. ഇവിടെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ മെയിനായിട്ട് പഹൽഗാം എന്ന് പറഞ്ഞ പ്രദേശത്തൊക്കെ ആളുകൾ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടാണ് പോകുന്നത്. ഒരുപാട് കപ്പിൾസും അതുപോലെ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഇത്തരത്തിൽ ഹണിമൂൺ ആഘോഷിക്കാനും അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ പോകുന്നുണ്ട്. അവർ പിക്നിക്കിനും അതിനൊക്കെ പോകുന്നുണ്ട്. സോ അത്തരത്തിൽ നമ്മളൊരു പിക്ചർ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ, ഭർത്താവിന്റെ ആ ഒരു ഡെഡ് ബോഡിയുടെ മുന്നിൽ നിന്നിട്ട് ഭാര്യ കരയുന്നു. സോ ആ ഒരു സിന്ദൂരം എന്ന രീതിയിലാണ് ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കിയത്. അതുപോലെ തന്നെ വുമൺ എംപവർമെന്റ്. നമുക്ക് എന്താണ് ഇവിടെ നിങ്ങളിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തിരിച്ചടിക്കാൻ വേണ്ടി ശക്തമായുള്ള സ്ത്രീകൾ തന്നെ നമുക്ക് ഇവിടെ ഉണ്ടെന്ന രീതിയിൽ കാണിച്ചു കൊടുക്കാൻ കൂടി വേണ്ടിയിട്ടാണ് വ്യോമിക സിംഗിനെയും സോഫിയ ഖുറേഷി എന്താണ് ഈ ഒരു ഓപ്പറേഷൻ ബ്രീഫ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഏൽപ്പിച്ചത്. നമ്മൾ എന്താണ് അതേ നാണയത്തെ തിരിച്ചടിക്കും, നിങ്ങൾ ഒരു രീതിയിലും കുറവില്ലാതെ തിരിച്ചടിക്കുന്ന കാണിക്കാനാണ് ഈ രീതിയിലൊക്കെ ചെയ്തത്. വ്യോമിക സിംഗും സോഫിയ ഖുറേഷിയും ആ ഒരു പേര് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ 2025 മെയ് 7 തീയതിയാണ് ഇന്ത്യൻ ആർമ്ഡ് ഫോഴ്സസ് നടപ്പിലാക്കിയത്. അതിൽ ആർമി ഉണ്ടായിരുന്നു, നേവി ഉണ്ടായിരുന്നു, എയർഫോഴ്സ് ഉണ്ടായിരുന്നു. 3 ആർമ്ഡ് ഫോഴ്സും കട്ടി നിന്നുകൊണ്ടാണ് ഈ ഒരു എക്സൈസ് അല്ലെങ്കിൽ ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്തത്. UN ഡിക്ലെയർസ് 2026 ആസ് ഇന്റർനാഷണൽ ഇയർ ഓഫ് വുമൺ ഫാർമർ. 2026 യുണൈറ്റഡ് നേഷൻ എന്താണ് ഇന്റർനാഷണൽ ഇയർ ഓഫ് വുമൺ ഫാർമറായിട്ട് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സോ 2026 എന്ന് പറയുന്ന വർഷം എന്താണ് വുമൺ ഫാമേഴ്സിന്റെ വർഷമാണ്. സ്ത്രീകളെ കാർഷിക മേഖലയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ലക്ഷ്യമൊക്കെയാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ഹാസ് ഡിക്ലെയർഡ് 2026 as the International Year of the Woman Farmer to acknowledge and amplify the crucial role played by women in global agriculture. ഗ്ലോബൽ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട്
സ്ത്രീകളെ കൂടെ പങ്കാളികളായിട്ട് കൊണ്ടുവരണം. സ്ത്രീകൾ ഈ പറയുന്ന കാർഷിക മേഖലയിൽ പങ്കാളിത്തം ഇല്ലേ എന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷേ അത്ര പോരാ. ആ കൃത്യമായിട്ട് എന്താണ് അവരുടെ പങ്കാളിത്തം കൂടെ കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടാണ് ജെൻഡർ ഈക്വിറ്റബിൾ അഗ്രികൾച്ചർ പോളിസീസും കാര്യങ്ങളൊക്കെ UN ഇതിന് വേണ്ടിയിട്ട് നടപ്പിലാക്കുന്നുണ്ട്. ഏതാണ്ട് 50% സ്ത്രീകൾ എന്താണ് ഗ്ലോബൽ ഫുഡ് സപ്ലൈയുമായിട്ട് ബന്ധപ്പെട്ട കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹോൾഡ്സ് പർട്ടിക്കുലർ സിഗ്നിഫിക്കൻസ് ഫോർ കൺട്രീസ് ലൈക്ക് ഇന്ത്യ വെയർ 80% ഓഫ് എക്കണോമിക്കലി ആക്റ്റീവ് വുമൺ വർക്ക് അഗ്രികൾച്ചർ ബട്ട് ജസ്റ്റ് 8.3% ഓഫ് ഫാം ലാൻഡ്. അതായത് കാർഷിക ഇതര മേഖലകളിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഫാം ലാൻഡിലേക്ക് നേരിട്ടിറങ്ങി വർക്ക് ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം വളരെ കുറവാണ്. അത് വർദ്ധിപ്പിക്കാനാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ബീഹാർ പയനിയർസ് ഇന്ത്യസ് ഫസ്റ്റ് മൊബൈൽ ബേസ്ഡ് ഇ വോട്ടിംഗ് സിസ്റ്റം. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അല്ലെ, ഇലക്ഷന് രാവിലെ പോയിട്ട് ക്യൂ നിൽക്കണം, ക്യൂ നിന്നിട്ട് വോട്ട് ചെയ്തിട്ട് വരണം. ചില സമയം ക്യൂ ഒക്കെ നീണ്ടുപോയിട്ട് 2, 3, 4 മണിക്കൂറൊക്കെ ക്യൂ നിൽക്കേണ്ട അവസ്ഥ. അപ്പൊ നമ്മൾ വിചാരിക്കും ഓ, ഒരു ആപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണെന്ന് വിചാരിക്കും അല്ലേ. അങ്ങനെയാണ് ബീഹാർ ഈ പറയുന്നൊരു ഈ വോട്ടിംഗ് സിസ്റ്റം എന്ന രീതിയിലൊരു മൊബൈൽ ബേസ്ഡ് വോട്ടിംഗ് ആപ്പ് ലോഞ്ച് ചെയ്തത്. എന്ന് കരുതി ഈ ബീഹാറിലുള്ള എല്ലാവർക്കും ഇതിൽ കൊണ്ടുപോയിട്ട് വോട്ട് ചെയ്യാമെന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇത് ആക്ച്വലി എന്താണ് ബീഹാറിൽ ഇപ്പം പൊതുവെ നമ്മൾ ഓപ്പൺ വോട്ടൊക്കെ ചെയ്യാറില്ല. ഓപ്പൺ വോട്ട് എന്ന് പറയുമ്പോൾ ഇപ്പം പ്രായമുള്ളവരും അതുപോലെ തന്നെ ഡിസബിലിറ്റീസ് ഉള്ള ആളുകൾ, അല്ലെ പ്രഗ്നന്റ് വുമൺസ്, സോ അങ്ങനെയുള്ള ആളുകളാണ് മെയിനായിട്ട് ഓപ്പൺ വോട്ടും കാര്യങ്ങളും ചെയ്യുന്നത്. അവർക്ക് എന്താണ് വോട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം അവർക്ക് വേണ്ടി മറ്റൊരാൾ വോട്ട് ചെയ്തു കൊടുക്കാറുണ്ട്. സോ അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ ഇതിൽ വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ആപ്ലിക്കേഷനിൽ സുഖമായിട്ട് ഹാക്ക് ചെയ്തിട്ട് കുറെ വോട്ട് കൃത്രിമമായിട്ട് കയറ്റിക്കൂടെ എന്ന് വിചാരിക്കും. ഒരു രക്ഷയില്ല, നടക്കത്തില്ല. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, ഫേഷ്യൽ റെക്കഗ്നിഷൻ, ബയോമെട്രിക് സ്കാനിങ്, വോട്ടർ ID വെരിഫിക്കേഷൻ, അങ്ങനെ എന്താണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്ക് എന്ത് വേണ്ടെങ്കിലും റീപ്രൊഡ്യൂസ് ചെയ്യാം. പക്ഷെ ഒരാളുടെ ഫേസ്, ഒരാളുടെ ഫിംഗർ പ്രിന്റ് ഇതൊക്കെ ഒന്നിച്ച് വരുന്ന സമയത്ത് അത് റീപ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഓക്കെ, ലിമിറ്റഡ് 2 വോട്ടേഴ്സ് പെർ മൊബൈൽ നമ്പർ. ഇപ്പൊ ഒരു മൊബൈൽ നമ്പറിൽ എന്താണ് മാക്സിമം 2 വോട്ടേഴ്സിന് മാത്രമേ വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇപ്പം വീട്ടിൽ നിന്നാണ് പ്രായമുള്ള അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരാൾക്കേ മൊബൈൽ ഉണ്ടെങ്കിൽ ആ മൊബൈൽ നമ്പർ വെച്ചിട്ട് 2 പേർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്ന സംസ്ഥാനം ഏതാണ്? ബീഹാറാണ്. അതുകൊണ്ട് തന്നെ ഈ സെക് ബിഹാർ എന്ന പേരിലാണ് ബീഹാർ എന്നല്ല BHR എന്നാണ് പേര് നൽകിയത്. ബീഹാർ became the first Indian state pilot mobile phone based e-voting in municipal elections using e-Sec Bihar app. E-voting Sec Bihar developed by Center for Development of Advanced Computing, CDAC ആണിത് ഡെവലപ്പ് ചെയ്തത്. അതൊക്കെ ഓർത്ത് വെക്കണം, ആര് ഡെവലപ്പ് ചെയ്തു എന്ന രീതിയിലൊക്കെ പരീക്ഷയ്ക്ക് എന്തായാലും ചോദ്യം വരും. CDAC ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇനിഷ്യേറ്റീവ് എയിംഡ് ടു ഇംപ്രൂവ് വോട്ടിംഗ് ആക്സസ് ഫോർ സീനിയർ സിറ്റിസൺസ്, പ്രഗ്നന്റ് വുമൺ ആൻഡ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്. അതും ഞാൻ ഓൾറെഡി പറഞ്ഞു എന്ത് ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ ഫ്രാൻസ് ജോയിന്റ് എക്സൈസ് ശക്തി 2025 ബിഗിൻസ് ഇൻ ഫ്രാൻസ്. ഇന്ത്യയും ഫ്രാൻസുമായിട്ട് സംയുക്തമായിട്ട് എല്ലാ വർഷവും കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സൈസ് ആണ് ശക്തി എക്സൈസ് അല്ലെ. സോ അതിന്റെ എന്താണ് ലേറ്റസ്റ്റ് എഡിഷൻ റീസെന്റ് ആയിട്ട് നടന്നിരിക്കുകയാണ്. ഇവിടെ വെച്ചിട്ടാണ് ഫ്രാൻസിലാണ് ഇന്ത്യയും ഫ്രാൻസും അല്ലേ ശക്തി വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഓൾട്ടർനേറ്റീവ്ലി ഇന്ത്യയിലും ഫ്രാൻസിലുമാണ് പൊതുവെ നടക്കാറുള്ളത്. ഇത്തവണ 2025 2025 ഫ്രാൻസിൽ വെച്ച് നടന്നു. ഇന്ത്യൻ ആർമി പാർട്ടിസിപ്പേറ്റഡ് ഇൻ 8th എഡിഷൻ ഓഫ് ബൈനിയൽ ഇന്ത്യ ഫ്രഞ്ച് അല്ല ഫ്രാൻസ് ജോയിന്റ് മിലിറ്ററി എക്സൈസ് ശക്തി. സോ ഇന്ത്യൻ ആർമി എന്താണ് ഈ ഒരു ഇവന്റിൽ പങ്കെടുത്തു. ബൈനിയൽ 2 രാജ്യങ്ങൾ തമ്മിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. സോ ജോയിന്റ് മിലിറ്ററി എക്സൈസിന്റെ പേരെന്താണ്? എക്സൈസ് ശക്തി എന്നാണ്. ഇതിന്റെ എത്രാമത്തെ എഡിഷൻ ആണ്? 8th എഡിഷൻ. ഓക്കെ, ഇപ്പം RRBയുടെ ഒരു പാറ്റേൺ ആണ്, RRBയുടെ എക്സാമിന്റെ പാറ്റേൺ ആണ്. ഒന്ന് ആരാണ്, വിച്ച് കൺട്രി, ഏത് കൺട്രി എന്ന് ചോദിക്കും. പിന്നെ അതിന്റെ വെന്യൂ എവിടെ വെച്ച് നടന്നു. കൂടാതെ ബറ്റാലിയൻ, 2 രാജ്യങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്ന ബറ്റാലിയൻ, എത്രാമത്തെ എഡിഷൻ, നമ്പർ എത്രയാണ്. ഇതൊക്കെ ചോദ്യങ്ങളായിട്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ ഒബ്ജക്റ്റീവ് എന്താണ്, ഈ ഒരു എക്സൈസിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദ്യം വരാറുണ്ട്. സോ 2025 ജൂൺ 18 തൊട്ടിട്ട് 2025 ജൂലൈ 1 വരെയാണ് ഈ ഒരു എക്സൈസ് നടന്നത്. ഇന്ത്യ റെപ്രസെന്റ് ബറ്റാലിയൻ ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ, അതുപോലെ തന്നെ ഫ്രാൻസിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് 13th ഫോറിൻ ലെജിയൻ ഹാഫ് ബ്രിഗേഡുമാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൂടെ അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടൊന്ന് പഠിച്ചു വെക്കണം. ബോൺ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് 2025, 2025 ബോൺ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് അല്ലേ. സോ ബോൺ എന്ന് പറയുന്നത്, ഈ ഒരു ബോൺ കോൺഫറൻസ് എന്ന് പറയുന്നത് നടന്നത് ബ്രസീൽ ബേലത്തിൽ വെച്ചിട്ടാണ്. ഇത് പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. ബോൺ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് 2025 എവിടെ വെച്ച് നടന്നു എന്ന രീതിയിൽ ചോദിക്കാറുണ്ട്. ഈ ബോൺ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് എന്ന് പറയുന്നത് ബോൺ ഒരിക്കലും ബ്രസീലിലല്ല. ഓക്കെ, ബോൺ വരുന്നത് ജർമ്മനിയിലെ ഇറ്റലിയിലാണ്. അത് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. ഈ ഒരു നമ്മുടെ UNFCCC അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ബോൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന രീതിയിൽ
ഇതിനെ വിളിക്കുന്നത്. ഓക്കെ, ദ ബോൺ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് 2025 ബിഗാൻ ഓൺ ജൂൺ 16 ഇൻ ജർമ്മനി വിത്ത് സോറി ഞാൻ പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് വന്നല്ലേ. ഈ ബോൺ ജർമ്മനിയിലാണ്. ഓക്കെ, ബോൺ ജർമ്മനിയിൽ തന്നെ, ബോൺ ജർമ്മനിയിലാണ്, അത് പറഞ്ഞത് കറക്റ്റ് ആണല്ലേ. ഇതിനിടയിൽ ഞാൻ ബേലം ബ്രസീൽ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 13 COP30 ഇല്ലേ, COP30 രണ്ടും കൺഫ്യൂഷൻ ആയി, പെട്ടെന്ന് എനിക്ക് പറയും കൺഫ്യൂഷൻ അതാണ്, ഒന്ന് ഞാൻ തിരുത്തുന്നുണ്ട്. ഈ ബോൺ ക്ലൈമറ്റ് ചേഞ്ച് നടന്നത് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഒക്കെ, ഞാൻ പറഞ്ഞാൽ തെറ്റൊന്നുമില്ല, ഹെഡ് ക്വാർട്ടേഴ്സ് ഒക്കെ ആയുള്ള ജർമ്മനി തന്നെയാണ്. പക്ഷെ അതിനിടയിൽ ഞാൻ ബ്രസീൽ ബേലം പെട്ടെന്ന് കണ്ണിൽ അത് ഉടക്കിയത് കൊണ്ടാണ് അവിടെ COP30 ആണ് നടന്നത്. എനിക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ. പരീക്ഷയ്ക്ക് വന്ന ചോദ്യം ഈ ബേലം ബ്രസീലായിരുന്നു. COP30 എവിടെ വെച്ച് നടന്നു എന്നതായിരുന്നു ചോദ്യം. സോ ക്ലിയർ ആണല്ലോ. ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് പറഞ്ഞുതരാം. ബോൺ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് 2025 നടന്ന ജർമ്മനിയിലെ ബോണിലാണ്. UNFCCCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്, അതിലൊന്നും ഒരു മാറ്റമില്ല. പക്ഷെ മാറ്റം എന്താണ്? ഈ ബ്രസീലിലെ ബേലത്തിൽ നടന്നത് ബോൺ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് അല്ല. അത് പിന്നെ എന്താ നടന്നതാ? COP30 കോൺഫറൻസ് ഓഫ് ദ പാർട്ടീസ് 30th എഡിഷൻ ആണ്. The Bonn Climate Change Conference 2025 began on June 16 in Germany with over 5,000 delegates participating to review climate agreements and set the technical agenda for a 30th conference of the parties. Brazil, Bale. The Bonn Climate Change Conference is an annual mid-year conference under UN Framework Convention on Climate Change, UNFCCC, എന്ന് പറയാം, focusing on a scientific, technical and the implementation aspects of climate negotiations. So ഇത് ആദ്യമായിട്ട് നടക്കുന്നത് 1995 അന്നായിരുന്നു UNFCCC 1992 ഒപ്പുവെച്ചതിന്റെ ആ ഒരു വാർഷികം എന്ന രീതിയിലാണ് അന്നാണ് ആദ്യമായിട്ട് നടക്കുന്നത്. ഓക്കെ, 1992 യുണൈറ്റഡ് നാഷൻ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ഒപ്പുവയ്ക്കുന്നു. സോ അതിന്റെ ഭാഗമായിട്ട് ബോൺ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് 1995 ഫസ്റ്റ് നടക്കുന്നു. UNFCCCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ജർമ്മനിയിൽ, ബോൺ ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആക്സിയം മിഷൻ ഫോറം. 2025 നടന്ന സയൻസ് ആൻഡ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ആക്സിയം മിഷൻ 4 അല്ലേ. ആക്സിയം 4x4 എന്ന് പറയും. ഏതാണ്ട് 14 ദിവസത്തോളം നീണ്ടു നിന്ന മിഷൻ ആയിരുന്നു. ഇതിൽ നമ്മുടെ ഒരു ഇന്ത്യക്കാരൻ കൂടെ ഭാഗമായിട്ട്, അതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. ആക്സിയം മിഷൻ 4x4 എ പ്രൈവറ്റ് സ്പേസ് ഫ്ലൈറ്റ് ഓർഗനൈസ്ഡ് ബൈ ആക്സിയം സ്പേസ്. ആക്സിയം സ്പേസ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് സ്പേസ് ഫ്ലൈറ്റ് കമ്പനിയാണ് ഇത് ഓർഗനൈസ് ചെയ്തത്. എന്താ ലക്ഷ്യം? ഇറ്റ് എയിംസ് ടു ട്രാൻസ്പോർട്ട് എ ക്രൂ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ISS അഥവാ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകുന്ന ഒരു മിഷൻ ആയിരുന്നു. 14 ദിവസം നീണ്ടു നിൽക്കുന്ന മിഷൻ ആയിരുന്നു. ദിസ് വിൽ ബി ആക്സിയം സ്പേസ് 4th മിഷൻ ടു ISS, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ആക്സിയം സ്പേസ് മിഷന്റെ 4ാമത്തെ മിഷൻ ആയിരുന്നു. ആദ്യത്തെ ഒന്നല്ല, 4ാമത്തെ. ഇതിനു മുൻപ് ആക്സിയം 1, ആക്സിയം 2, ആക്സിയം 3 ഒക്കെ നടന്നിട്ടുണ്ട്. ദ മിഷൻ ഈസ് എ കൊളാബറേറ്റീവ് എഫേർട്ട് റിസൾട്ടിംഗ് ഫ്രം ആൻ അഗ്രിമെന്റ് ബിറ്റ്വീൻ ISRO ആൻഡ് നാസ. ISRO നാസയും സംയുക്തമായിട്ടാണ് ഒരു മിഷനും കാര്യങ്ങളും കണ്ടക്ട് ചെയ്തതെന്ന് കൂടെ ഒന്ന് ഓർത്തു വെക്കണം. ISROയും നാസയും. ഓക്കെ, നമ്മുടെ ISRO അമേരിക്കയുടെ നാസയും. ഇറ്റ് പ്രൊവൈഡ്സ് ISRO വിത്ത് ആൻ ഏർലി ഓപ്പർച്യൂണിറ്റി ടു ടെസ്റ്റ് എക്സ്പെരിമെന്റ്സ് ഇൻ സ്പേസ് ഒറിജിനലി പ്ലാൻ ഫോർ ഗഗൻയാൻ. നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ക്രൂഡ് മൂൺ മിഷൻ എന്ന രീതിയിൽ ഗഗൻയാനൊക്കെ ലോഞ്ച് ചെയ്യാനിരിക്കുകയാണ്. അതിന് മുൻപ് ഇന്ത്യക്കാർ പോയിട്ട് സെറ്റ് ആവട്ടെ, ആ രീതിയിലാണ്. ഇനി ഇത് എവിടുന്ന് ലോഞ്ച് ചെയ്തതെന്ന് വെച്ചാൽ ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ LC-39A നിന്നാണ് ലോഞ്ച് ചെയ്തത്, അല്ലെങ്കിൽ ലോഞ്ച് പാഡ് അതായിരുന്നു. സ്പേസ് ക്രാഫ്റ്റ് ഉപയോഗിച്ച് സ്പേസ് ക്രാഫ്റ്റ് ക്രൂ ഡ്രാഗൺ റേസ് എന്ന സ്പേസ് ക്രാഫ്റ്റ് ആയിരുന്നു. റോക്കറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഫാൽക്കൺ 9 റോക്കറ്റ് ആണ്. ലോഞ്ച് ഡേറ്റ് 2025 ജൂൺ 25 ആണ്. ഇതിൽ ക്രൂ ആയ 4 രാജ്യങ്ങളിൽ 4 പേരുണ്ട്. അമേരിക്ക, ഇന്ത്യ, പോളണ്ട്, ഹംഗറി. ഓക്കെ, നമുക്കിവിടെ മെയിൻ ആയിട്ട് നോക്കാനുള്ളത് ഇന്ത്യ റെപ്രസെന്റേറ്റ് ശുഭാൻഷു ശുക്ല. ഇതൊക്കെ ഒരുപാട് ആവർത്തി പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ശുഭാൻഷു ശുക്ലയാണ് ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് പങ്കെടുത്തത്. അമേരിക്കയ്ക്ക് വേണ്ടി പെഗ്ഗി വിഡ്സനും, അതുപോലെ തന്നെ പോളണ്ടിന് വേണ്ടി സ്ലോവോസ് ഉസനിയാസ്കി പങ്കെടുത്തു. അതുപോലെ തന്നെ മിഷൻ സ്പെഷ്യലിസ്റ്റ് എന്ന രീതിയിൽ ഹംഗറിയുടെ ടബോർ കാപ്പുവും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ശുഭാൻഷു ശുക്ലയെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ വിൽ ബി ഇന്ത്യ സെക്കൻഡ് നാഷണൽ ആസ്ട്രോണറ്റ് ഗോ ടു ദ സ്പേസ് സിൻസ് 1984. 1984 ശേഷം സ്പേസിലേക്ക് പോകുന്ന ഇന്ത്യയുടെ 2ാമത്തെ നാഷണൽ ആസ്ട്രോണറ്റ് ആയിരുന്നു ഇദ്ദേഹം. ഒന്നാമത്തെ ആസ്ട്രോണറ്റ് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? രാകേഷ് ശർമ്മയാണ് അല്ലേ. രാകേഷ് ശർമ്മ വാസ് ദ ലാസ്റ്റ് ഇന്ത്യൻ ടു ഗോ ടു സ്പേസ് വെൻ ഹി ട്രാവൽഡ് ടു സ്പേസ് 1984 ഓൺ ബോർഡ് ദ ഏഴ്സ്വെൽ സോവിയറ്റ് യൂണിയൻസ് സൂയസ് സ്പേസ് ക്രാഫ്റ്റ്. സോ രാകേഷ് ശർമ്മയാണ് ഇതിനു മുൻപ് ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് സ്പേസിലേക്ക് പോയ ആദ്യ വ്യക്തി എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇന്ത്യ റാങ്ക് 71st ഇൻ വേൾഡ് എക്കണോമിക് ഫോറം എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് 2025. 2025 വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഇന്ത്യയുടെ റാങ്കിങ് ചോദിച്ചാൽ ഇന്ത്യ 71ാമതാണ് നിൽക്കുന്നത്. ഓക്കെ,
കഴിഞ്ഞ പ്രീവിയസ് ഇയർ 2024 നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ 63-ാം സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത്. സോ കമ്പയറിംഗ് ടു ദാറ്റ് നമ്മൾ 8 സ്ഥാനങ്ങൾ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് മോശമായിട്ട് പോയിട്ടിരിക്കുകയാണ്. So despite notable progress in energy efficiency and clean energy investment, India has slipped 71st position. എത്രാം സ്ഥാനത്താണ് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് പ്രകാരം ഇന്ത്യ 71-ാം സ്ഥാനത്താണ്. ഇൻ ദ വേൾഡ് എക്കണോമിക് ഫോറംസ് എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് 2024 ഇന്ത്യ 63-ാം സ്ഥാനത്തായിരുന്നു. ഫോളിംഗ് 8 പ്ലേസസ് ഫ്രം ലാസ്റ്റ് ഇയർ കമ്പയർ ചെയ്യുമ്പോൾ 8 സ്ഥാനങ്ങൾ ഇന്ത്യ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. ദ ഇൻഡെക്സ് വിച്ച് റാങ്ക്സ് 118 countries based on their performance across energy, security, sustainability and equity. 118 രാജ്യങ്ങളിൽ ഇന്ത്യ 71ാമത്. ഇനി ടോപ്പ് വന്ന 3 രാജ്യങ്ങളുടെ ഒന്ന് സ്വീഡൻ, മറ്റൊന്ന് ഫിൻലാൻഡ്, മറ്റൊന്ന് ഡെൻമാർക്ക്. ഈ 3 രാജ്യങ്ങളാണ് ലിസ്റ്റിൽ ടോപ്പ് വന്നത്. ഏറ്റവും താഴെയുള്ള രാജ്യം കോങ്കോയാണെന്ന് കൂടെ ഓർത്തു വയ്ക്കണം. ഓപ്പറേഷൻ സിന്ധു, ഇന്ത്യ ഇവാക്യുവേറ്റ്സ് നാഷണൽ ഫ്രം കോൺഫ്ലിക്ട് ഹിറ്റ് ഇറാൻ. യുദ്ധങ്ങളും കാര്യങ്ങളും വിവിധ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുമ്പോൾ അവിടെ ഒരുപാട് ഇന്ത്യക്കാരെ, ഇപ്പം ഇന്ത്യക്കാരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് അല്ലേ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും ഒരു മലയാളിയെങ്കിലും ഉണ്ടാവും എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സിഖുകാരും അവരൊക്കെ ഹിന്ദിക്കാര്, സിഖുകാർ അവരൊക്കെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ടാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യക്കാരെന്താണ് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാവാറുണ്ട്. അത്തരത്തില് ഇറാനിലും ഒരുപാട് ഇന്ത്യക്കാരുണ്ടായിരുന്നു. ഇറാനിൽ അവിടെ യുദ്ധം നടന്ന സമയത്ത്, ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഇസ്രായേലും ഇറാനും യുദ്ധം നടന്ന സമയത്ത്, ആ ഒരു പ്രശ്നങ്ങൾ നടന്ന സമയത്ത് നമ്മുടെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് ഈ ഇന്ത്യക്കാരെ സേഫായിട്ട് തിരിച്ചു കൊണ്ടുവരിക. കാരണം അവര് നമ്മുടെ രാജ്യത്തിലേക്ക് അയക്കുന്ന പണം അവർ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് അല്ല, ഫോറക്സ് ആയിട്ട് ബന്ധപ്പെട്ട് അവരുടെ കോൺട്രിബ്യൂഷൻ ഒക്കെ നിർണായകമാണ് അല്ലേ. അവർ ഇത്തരത്തിൽ എന്താണ് നാട്ടിലേക്ക് പൈസ അയക്കുന്നു. അതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിന് വലിയൊരു കാര്യമാണ്, വലിയൊരു ഭാഗമാണ്. സോ ഇത്തരത്തിൽ യുദ്ധമൊക്കെ നടക്കുമ്പോൾ ആ ഒരു ഇന്ത്യക്കാരെ സേഫായിട്ട് നാട്ടിലേക്ക് എത്തിക്കുക എന്നത് ഇന്ത്യയുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ഗവൺമെന്റ് റെസ്പോൺസിബിലിറ്റിയാണ്. സോ ഓപ്പറേഷൻ സിന്ധു എന്ന പേരിൽ ഒരു ഓപ്പറേഷൻ നടപ്പിലാക്കിയിട്ട് ഇത്തരത്തിൽ ഇന്ത്യക്കാരെ എന്താണ് ഇവാക്യുവേറ്റ് ചെയ്തിട്ട് രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നു അല്ലെ. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആണ് ഇങ്ങനെ ഒരു മിഷൻ ലോഞ്ച് ചെയ്തത്. amid rising tension between Israel and Iran, the government of India has launched Operation Sindhu to ensure the safe evacuation of Indian nationals stranded in conflict affected region of Iran. ഇറാനിൽ ആ ഒരു പ്രവിശ്യകളിൽ ഉണ്ടായിരുന്ന ഇന്ത്യക്കാരെ സേഫ് ആയിട്ട് തിരിച്ചു കൊണ്ടുവരാനാണ്. The Ministry of External Affairs has initiated coordinated efforts through Indian embassies in Tehran and Yerevan to transport evacuees to safer zone and ബാക്ക് ഹോം അവരെ സേഫ് ആയിട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഇതിനു മുൻപും ഇന്ത്യ പല രാജ്യങ്ങൾ, റഷ്യ ഉക്രൈൻ വാർ നടന്ന സമയത്ത് അവിടെ ഉക്രൈനിൽ കുടുങ്ങിക്കിടന്ന ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ ഓപ്പറേഷൻ ഗംഗ കണ്ടക്ട് ചെയ്യേണ്ടായിരുന്നു. അതൊക്കെ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്, വീണ്ടും വരാം. ഓക്കെ, ഓപ്പറേഷൻ ഗംഗ. അതുപോലെ സുഡാനുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്യൂ ഉണ്ടായപ്പോൾ ഓപ്പറേഷൻ കാവേരി. COVID-19 പാൻഡമിക് ഉണ്ടായ സമയത്ത് വിവിധ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടന്ന ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി വന്ദേ ഭാരത് എന്ന മിഷൻ. അങ്ങനെ പല മിഷൻസ് ഇത്തരത്തിൽ, പല ഓപ്പറേഷൻസ് ഇത്തരത്തിൽ ഇന്ത്യ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, ചെയ്യാറുമുണ്ട്. ഓക്കെ, ഇനിയും ചെയ്യും. ഇന്ത്യൻ ആർമി പാർട്ടിസിപ്പേറ്റ്സ് ഇൻ എക്സൈസ് ഖാൻ കോസ്റ്റ് 2025 ഇൻ മംഗോളിയ. ഇന്ത്യയും മംഗോളിയുമായിട്ട് കണ്ടക്ട് ചെയ്യുന്ന ജോയിന്റ് മിലിറ്ററി എക്സൈസ് ആണ് എക്സൈസ് ഖാൻ കോസ്റ്റ്. സോ അതിന്റെ 2025 എഡിഷൻ നമ്മുടെ ഇന്ത്യ പങ്കെടുത്തു. മംഗോളിയയുടെ ക്യാപിറ്റലായ ഉലാൻ ബാട്ടറിൽ വെച്ചിട്ടാണ് ഈ ഒരു എക്സൈസ് നടന്നിട്ടുണ്ടായിരുന്നത്. സോ എക്സൈസ് ഖാൻ കോസ്റ്റ് 2025 ഇന്ത്യയും ഏത് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യയും മംഗോളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. A 40-member team from Indian Army has reached Mongolia's capital Ulaanbaatar ahead of the multinational peacekeeping exercise Khan Coast 2025. 2025 എഡിഷൻ ആണ് എക്സൈസ് ഖാൻ കോസ്റ്റ്. 2025 എഡിഷൻ എവിടെ വെച്ച് നടന്നു? മംഗോളിയയുടെ ക്യാപിറ്റലായ ഉലാൻബാട്ടറിൽ വെച്ച് നടന്നു. ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത ക്യുമിയൂൺ റെജിമെന്റിലെ 40 ആളുകൾ പങ്കെടുത്തു. 2003 ഈ ഒരു ബയലാട്രൽ എക്സൈസ് എന്താണ് ഇന്ത്യക്ക് മംഗോളിയയ്ക്ക് ഇടയിൽ ആദ്യമായിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. പിന്നീട് ഇതൊരു മൾട്ടിനാഷണൽ പീസ് കീപ്പിംഗ് എക്സൈസ് ആയിട്ട് 2006 ഓൺവേർഡ്സ് മാറിയിട്ടുണ്ട്. സോ 2025 എത്രാമത്തെ എഡിഷൻ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ. അത് നമുക്ക് നോക്കാം. 2025 അതിന് 22nd എഡിഷൻ ആയിരുന്നു. പ്രീവിയസ് എഡിഷൻ വാസ് ഹെൽഡ് ഇൻ മംഗോളിയ ഫ്രം July 27. ഓക്കെ, ആ ഒരു ഡേറ്റ് വേണ്ട. നെക്സ്റ്റ്, സൗത്ത് ആഫ്രിക്ക ക്ലിഞ്ചസ് മെയ്ഡൻ ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് 2025 ടൈറ്റിൽ അറ്റ് ലോർഡ്സ്. 2025 ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് അല്ലെ. നമ്മളിപ്പോൾ വൺ ഡേ ഇന്റർനാഷണലുമായിട്ട് ബന്ധപ്പെട്ട വൺ ഡേ ODI വേൾഡ് കപ്പ് 4 വർഷം കൂടുമ്പോൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. 2020 ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട T20 വേൾഡ് കപ്പ് 2 വർഷം കൂടുമ്പോൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതുപോലെ ടെസ്റ്റ് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് കൂടി ഒരു ടൂർണമെന്റ് വേണം, ഒരു ഗ്ലോബൽ ടൂർണമെന്റ് വേണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യ എന്താണ് ICC
വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പുമായിട്ട് മുന്നോട്ടേക്ക് ഇന്ത്യ അല്ല, ICC ആ ഒരു ചാമ്പ്യൻഷിപ്പുമായിട്ട് മുന്നോട്ടേക്ക് വന്നത്. ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 2 കലണ്ടർ ഇയറിലായിട്ട്, അതായത് 2 വർഷം കൂടുമ്പം ഈ ഒരു ടൂർണമെന്റ് നടക്കാറുണ്ട്. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യും? ആ 2 വർഷം വിവിധ രാജ്യങ്ങൾ, ICC ടെസ്റ്റ് രാജ്യങ്ങൾ ഉണ്ടാവുമല്ലോ, അവർ പരസ്പരം മത്സരിക്കും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കണമെന്നില്ല. എന്നിട്ട് ആ ഒരു 2 വർഷം കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ഈ ഒരു രാജ്യങ്ങളുടെ അവർ മത്സരിച്ച മത്സരങ്ങളും അവർ വിജയിച്ച ആ ഒരു വിജയങ്ങൾ, ഇതിന്റെയൊക്കെ ഒരു എന്താണ്, ഒരു പെർസെൻറ്റേജ് എടുക്കും. എന്നിട്ട് ആ പെർസെൻറ്റേജിൽ ഏറ്റവും മുന്നിൽ വരുന്ന 2 ടീംസ് ഉണ്ടല്ലോ, ആ ടീംസ് ഫൈനൽ കളിക്കും. അതിൽ വിജയിക്കുന്ന ടീം എന്താണ്, ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ വിന്നറായിട്ട് മാറും. അത് 2025 എഡിഷനിൽ സൗത്ത് ആഫ്രിക്ക വിജയിച്ചതാണ് നമുക്ക് അറിയാനുള്ളത്. The 2025 ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ വാസ് എ ടെസ്റ്റ് ക്രിക്കറ്റ് മാച്ച് പ്ലേഡ് അറ്റ് ലോർഡ്സ് ലണ്ടൻ. പിന്നെ മറ്റൊരു പ്രത്യേകത, ഈ പറയുന്ന ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് അത് ലണ്ടനിൽ വെച്ചേ നടക്കാറുള്ളൂ. അപ്പൊ വിചാരിക്കും ഇന്ത്യയിലൊന്നും ഇല്ല, ഇതെന്താ സ്ഥലമില്ല ഇന്ത്യയിലൊന്നും. സ്ഥലമില്ലാഞ്ഞിട്ടല്ല, നോർമലി ഈ ഒരു കലണ്ടർ അവസാനിക്കുമ്പോൾ, 2 വർഷത്തെ ടൂർണമെന്റ് കലണ്ടർ അവസാനിക്കുമ്പോൾ ജൂണിലാണ് നോർമലായിട്ട്, ജൂൺ ജൂലൈയിലൊക്കെയാണ് ഫൈനൽ നടക്കാറുള്ളത്. ഇത് നമ്മുടെ ഇന്ത്യ ആയാലും മറ്റു രാജ്യങ്ങളായാലും അവിടെയൊക്കെ മൺസൂൺ സീസണാണ്, മഴക്കാലാണ്, മഴ പെയ്യും, ടൂർണമെന്റ് അവിടെ മാറ്റിവെക്കേണ്ടി വരും. പക്ഷെ ഇംഗ്ലണ്ടിൽ എന്താണ്, ആ സമയത്ത് മഴ പെയ്യില്ല എന്നല്ല, കമ്പാരിറ്റീവ്ലി എന്താണ്, മഴ സാധ്യതയൊക്കെ കുറവാണ്. അതുകൊണ്ടാണ് ഇംഗ്ലണ്ടിൽ വെച്ച് കണ്ടക്ട് ചെയ്തത്. ഓക്കെ. 2025 ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ വാസ് എ ടെസ്റ്റ് ക്രിക്കറ്റ് മാച്ച് പ്ലേഡ് അറ്റ് ലോർഡ്സ് ലണ്ടൻ. എവിടെ വെച്ചിട്ടാണ് നടന്നത്? ലണ്ടനിലെ ലോർഡ്സിൽ വെച്ചിട്ടാണ് അല്ലേ. ജൂൺ 11 തൊട്ട് ജൂൺ 14 വരെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ്. സോ ഇതിന്റെ ഫൈനൽ നടന്നത് ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയ്ക്കും ഇടയിലാണ് അല്ലെ. ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയാണ്. അവിടെ ഇംഗ്ലണ്ടിൽ വെച്ചിട്ടാണ് നടക്കുന്നത് എന്ന് കരുതിയിട്ട് ഇതുവരെ ഇംഗ്ലണ്ട് ഫൈനലിൽ വന്നിട്ടില്ല. ഫസ്റ്റ് എഡിഷനിൽ ഇന്ത്യയും ന്യൂസിലാൻഡും ഫൈനൽ നടന്നു, അവിടെ ന്യൂസിലാൻഡ് വിജയിച്ചു. സെക്കൻഡ് എഡിഷനിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും ഫൈനലിൽ വന്നു, ഓസ്ട്രേലിയ വിജയിച്ചു. തേർഡ് എഡിഷനിൽ ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയും ഫൈനലിൽ വന്നു, അവിടെ എന്താണ്, സൗത്ത് ആഫ്രിക്ക വിജയിച്ചു. ഓക്കെ. ഇന്ത്യ 2 തവണ ഇതിന്റെ ഫൈനലിൽ വന്നിട്ടുണ്ട്, ഓസ്ട്രേലിയ 2 തവണ ഫൈനലിൽ വന്നിട്ടുണ്ട്. സോ സൗത്ത് ആഫ്രിക്ക വോൺ ദ മാച്ച് ബൈ 5 വിക്കറ്റ്സ്. തേർഡ് എഡിഷനിലാണ്. സൗത്ത് ആഫ്രിക്കയുടെ ആദ്യത്തെ ചാമ്പ്യൻഷിപ്പ് കൂടിയാണ്, ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ആദ്യത്തെ വിജയമാണ്. പ്ലെയർ ഓഫ് ദ മാച്ച് എയ്ഡൻ മാക്രമാണ്. ദിസ് വാസ് ഓൾസോ സൗത്ത് ആഫ്രിക്കസ് ഫസ്റ്റ് ICC ടൈറ്റിൽ സിൻസ് 1998. അവസാനമായിട്ട് 1998 ICC ചാമ്പ്യൻസ് ട്രോഫി വിജയിച്ചതിന് ശേഷം ഒരു മേജർ ടൂർണമെന്റ് പോലും സൗത്ത് ആഫ്രിക്ക വിജയിക്കാൻ വേണ്ടി സാധിച്ചില്ല. 2024 ഒരു അവസരം ഉണ്ടായിരുന്നു, ഇന്ത്യ ഫൈനലിൽ T20 വേൾഡ് കപ്പ് കിട്ടി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് എന്താണ്, അവിടെയും വിജയിക്കാൻ വേണ്ടി സാധിച്ചില്ല. പൊതുവെ നമ്മൾ ചോക്കേഴ്സ് എന്നൊക്കെയാണ് അവരെ വിളിക്കാറുള്ളത്. ഫോമർ ഗുജറാത്ത് ചീഫ് മിനിസ്റ്റർ വിജയ് രൂപാണി ഡൈസ് ഇൻ എയർ ഇന്ത്യ ഫ്ലൈറ്റ് ക്രാഷ്. റീസെന്റ് ആയിട്ട് എയർ ഇന്ത്യ ഫ്ലൈറ്റ് ക്രാഷ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഉയർന്ന് പറക്കുന്നതിനിടയിൽ എന്താണ്, എഞ്ചിൻ തകരാറ് മൂലം എന്തോ കാരണം കൊണ്ട് എയർ ഇന്ത്യ അവിടെ ക്രാഷ് ആവുകയും അതിലുള്ള എല്ലാ ആളുകളും, ഒരാളെങ്ങാണ്ടാണ് രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു, ബാക്കി എല്ലാവരും അവിടെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരേ ഒരു ആള് മാത്രം, വിശ്വാസ് കുമാർ രമേശ് എന്നെങ്ങാണ്ട് പറയുന്ന ഒരു വ്യക്തി മാത്രമാണ് അവിടെ രക്ഷപ്പെട്ടത്. ബാക്കി ഈ ഒരു ഗുജറാത്തിന്റെ മുൻ മുഖ്യമന്ത്രി അടക്കമുള്ള വ്യക്തി അവിടെ മരണപ്പെട്ടു. ഓക്കെ. DNA ടെസ്റ്റിങ്ങിലൂടെയൊക്കെ കൺഫേം ചെയ്തിട്ടുണ്ട്, വിജയ് റുപാണി തന്നെയാണെന്ന രീതിയിൽ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. ജൂൺ 12-ാം തീയതിയായിരുന്നു ഈ ഒരു ആക്സിഡന്റ് സംഭവിച്ചത്. എയർ ഇന്ത്യ ഫ്ലൈറ്റ് AI-171 ആണ് ഈ ഒരു ക്രാഷിൽ, അഹമ്മദാബാദിൽ വെച്ച് നടന്ന ക്രാഷിൽ എന്താണ് പൊട്ടിത്തെറിച്ചത്. ചീഫ് മിനിസ്റ്റർ ആയിരുന്നു ഇദ്ദേഹം 2016 തൊട്ട് 2021 വരെ 2 കോൺസിക്യൂട്ടീവ് ടേംസിൽ ഇദ്ദേഹം ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നു. ഗുജറാത്ത് ലെജിസ്ലേറ്റീവ് അസംബ്ലി രാജ്കോട്ട് വെസ്റ്റ് കോൺസ്റ്റിറ്റ്യുവൻസി ആയിരുന്നു ഇദ്ദേഹത്തിന്റെ ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ടുണ്ടായിരുന്നത്. ബോയിങ് 787 ഡ്രീം ലൈനർ കാരിയർ ആയിരുന്നു എയർ ഇന്ത്യയുടെ, ആ ഒരു കാരിയർ ആയിരുന്നു. ഫ്ലൈറ്റ് നമ്പറാണ് AI-171 പറഞ്ഞത്, അതുകൂടെ ഒന്ന് ഓർത്തു വെക്കണം. ഓക്കെ. ഓപ്പറേഷൻ റൈസിംഗ് സൺ, ഇസ്രായേൽ ടാർഗറ്റ്സ് ഇറാനിയൻ ന്യൂക്ലിയർ സൈറ്റ്സിൽ എസ്കലേറ്റ് സ്ട്രൈക്സ്. സോ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ നമ്മുടെ ഇന്ത്യയുമായിട്ട് ബന്ധമില്ല. ആരാണ്, ഇസ്രായേൽ ഇറാനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, ഇറാന്റെ ആണവായുധ നിലയ കേന്ദ്രങ്ങൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ലോഞ്ച് ചെയ്ത ആ ഒരു എക്സൈസ് ആണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ഈസ് കോഡ് നെയിം ഫോർ ഇസ്രായേൽസ് ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് ambitious military strike against ഇറാൻ സിൻസ് 1989 ഇറാൻ ഇറാഖ് വാർ. 1989 ഇറാൻ ഇറാഖ് വാറിന് ശേഷം ശക്തമായുള്ള യുദ്ധം, അത് ഇതുവരെ തീർന്നിട്ടില്ല. അതാ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന അമേരിക്ക ഇടപെട്ട് എല്ലാം കൂടെ മൊത്തത്തിൽ ഇപ്പോൾ അവിയൽ പരിപതിൽ ആയിട്ടുണ്ട്. ഓക്കെ. പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെയാണ് അവസ്ഥ. ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇസ്രായേൽസ് ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് ambitious military സ്ട്രൈക്ക് ആയിരുന്നു ഓപ്പറേഷൻ റൈസിംഗ് ലയണിലൂടെ അവർ ലോഞ്ച് ചെയ്തത്. ഇറാൻസ് പ്രൈമറി യുറാനിയം എൻറിച്ച്മെന്റ് സെന്റർ റെഫേർഡ് ബീറ്റിംഗ് ഹാർട്ട് ഓഫ് ഇറ്റ്സ് ന്യൂക്ലിയർ പ്രോഗ്രാം സിവിയർലി ഡാമേജ്. ഇറാന്റെ എന്താണ് ഈ പറയുന്ന അറ്റാക്കിൽ ഇസ്രായേൽ ടാർഗറ്റ് ചെയ്തപ്പോൾ ഇറാന്റെ ബീറ്റിംഗ് ഹാർട്ട് എന്ന രീതിയിലൊക്കെ അറിയപ്പെടുന്ന അവരുടെ കോർ ന്യൂക്ലിയർ സൈറ്റ് തന്നെ അറ്റാക്ക് ചെയ്യപ്പെട്ടു.
ഇന്ത്യ സ്ലിപ്സ് ടു 131st ഇൻ വേൾഡ് എക്കണോമിക് ഫോറം ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് 2025. 2025 വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 131 അല്ലേ? 9ാമത്തെ എഡിഷൻ, 19th എഡിഷൻ ആയിരുന്നു. ദ വേൾഡ് എക്കണോമിക് ഫോറം ആണ് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് പുറത്തുവിടുന്നത്. The 19th edition of the Global Gender Gap Report was released on June 12, 2025 by the World Economic Forum. World Economic Forumത്തിന്റെ ആ ഒരു റിപ്പോർട്ട് പ്രകാരമാണ് 19th എഡിഷൻ റിപ്പോർട്ട് വന്ന സമയത്ത് ഇന്ത്യയുടെ റാങ്കിങ് 131 148 രാജ്യങ്ങളെ അവിടെ ഉള്ളൂ. അതിൽ ഇന്ത്യ എന്താണ് കഴിഞ്ഞ പ്രീവിയസ് ഇയർ നമ്മൾ 2022 വന്നത്. ആ 2023 ഓക്കെ, ആ ഒരു സമയത്ത് 2023 24 എല്ലാത്തിലും നമ്മൾ താഴോട്ടേക്കാണ്. Okay, India dropped two sports 131st out of 148 nations, slipping 2 position from the previous rank. അതായത് 2024 ഇന്ത്യ 129 അങ്ങനെ പറയാം നമുക്ക് അല്ലേ. 2022 ഞാൻ ഓർത്ത് എഴുതാൻ, 2022 ഇന്ത്യ 135, 2023 ഇന്ത്യ 127, 2024 ഇന്ത്യ 129, 2025 ഇന്ത്യ 131. ഇതാണ് ഇന്ത്യയുടെ റാങ്കിങ്. 2022 23 വരുമ്പോൾ ഇംപ്രൂവ്മെന്റ് ഉണ്ട്, പക്ഷെ പിന്നെ താഴോട്ടേക്കാണ് അല്ലേ. റാങ്കിങ് മോശമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ പോയത്. ഐസ്ലാൻഡ് ആണ് ഇതിൽ 1ാം സ്ഥാനത്ത് വന്നത്. പിന്നെ ഫിൻലാൻഡ്, നോർവേ, UK, ന്യൂസിലാൻഡ് പോലുള്ള രാജ്യങ്ങൾ അതിന് പിന്നാലെയുണ്ട്. സൗത്ത് ഏഷ്യൻ കൺട്രീസ് നോക്കിക്കഴിഞ്ഞാൽ ബെസ്റ്റ് പെർഫോമർ ആയിട്ട് ബംഗ്ലാദേശ് ആണ് വന്നത്. 75th റാങ്ക് ആണ് ബംഗ്ലാദേശ് അവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇന്ത്യൻ എയർഫോഴ്സ് ഓഫീസർ മനീഷ പാതി ബിക്കം ഇന്ത്യസ് ഫസ്റ്റ് ഫീമെയിൽ ADC ടു ഗവർണർ. നമ്മൾ ADC ടു പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട് മുൻപ് ഒരു കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. എയ്ഡഡ് AD ക്യാമ്പ് അല്ലെങ്കിൽ ADC എന്താണെന്ന് പറഞ്ഞു അല്ലേ. ഇപ്പം പ്രസിഡന്റിനെ ആണെങ്കിൽ പ്രസിഡന്റ് എല്ലാ കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്യുക, 24/7 അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുക. ഇതാണ് ADC ദൗത്യം. സാധാരണയായിട്ട് പുരുഷന്മാരാണ് ADC ആയിട്ട് ഉണ്ടാവാറുള്ളത്. സ്ത്രീകൾ വന്ന കാര്യം നമ്മൾ ചർച്ച ചെയ്തു. അതുപോലെ തന്നെ ഗവർണേഴ്സിനും എന്താണ് ADCസിന് അനുവദിക്കാൻ തുടങ്ങി. മിസോറാമിന്റെ ഹരിബാബു കമ്പംപട്ടി എന്ന അന്നത്തെ ഗവർണർക്കായിരുന്നു ഈ ഒരു ADC ഉണ്ടായിരുന്നത്. സ്ക്വാഡൻ ലീഡറായുള്ള മനീഷ പാതിയാണ് ഇത്തരത്തിൽ ഫസ്റ്റ് വുമൺ ADC ടു എ ഗവർണറായിട്ട് മാറിയത്. സ്ക്വാഡ്രൺ ലീഡർ മനീഷ പാതി, എ 2015 ബാച്ച് ഇന്ത്യൻ എയർഫോഴ്സ് ഓഫീസർ, മെയ്ഡ് ഹിസ്റ്ററി ബൈ ബിക്കം ദ ഫസ്റ്റ് ഫീമെയിൽ ടു ബി അപ്പോയിന്റ് ആസ് എയ്ഡഡ് ക്യാമ്പ് ടു ദ ഗവർണർ ഓഫ് മിസോറാം ഹരിബാബു കമ്പംപട്ടി. ആരുടെ ADC ആയിട്ടാണ് നിയമിക്കപ്പെട്ടത്? ഹരിബാബു കമ്പംപട്ടിയുടെ ADC ആയിട്ടാണ്. ദ ടൈറ്റിൽ AD ക്യാമ്പ് refers to an officer in the armed forces who assist a higher rank officer. Okay, in India, AD camp is an honorary designation, and those serving or retire from this role use post nominal letters. Okay, പ്രസിഡന്റിന് 5 ADCs ഉണ്ട്. 5 ADCസിൽ എന്താണ് 3 ആർമിയുമായിട്ട് ബന്ധപ്പെട്ട ADCസും അതുപോലെ തന്നെ ഒരു നേവിയുമായിട്ട് ബന്ധപ്പെട്ട ADCയും അതുപോലെ തന്നെ ഈ പറഞ്ഞ ടെറിട്ടോറിയൽ ആർമിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ADC അവിടെ വരുന്നുണ്ട്. ഓക്കെ, ആ ഒരു കാര്യമൊക്കെ ഓർത്ത് വെക്കണം. ലാവൻഡർ ഫെസ്റ്റിവൽ 2025 കൺക്ലൂഡ്സ് ബന്ദേറ. എന്താണ് ജമ്മു ആൻഡ് കാശ്മീരിലെ ബന്ദേറാവിൽ 2025 ലാവൻഡർ ഫെസ്റ്റിവൽ കണ്ടക്ട് ചെയ്ത കാര്യമാണ് അല്ലേ. യൂണിയൻ മിനിസ്റ്റർ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ഇനോഗ്രേറ്റഡ് ദ 2-day ലാവൻഡർ ഫെസ്റ്റിവൽ 2025 ബന്ദേവ ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീരിൽ ബന്ദേവാറിൽ വെച്ചിട്ടാണ് 2025 ലാവൻഡർ ഫെസ്റ്റിവൽ കണ്ടക്ട് ചെയ്തത്. ആരാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്? യൂണിയൻ മിനിസ്റ്റർ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആയിരുന്ന ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ആണ്. ഞാനിത് ഇവിടെ ആയിരുന്നു എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കറണ്ട്ലി പറയുന്ന സമയത്ത് നിങ്ങൾ ക്ലോസ് ചെക്ക് ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങളൊന്നും എല്ലാ കാര്യങ്ങളും കൊണ്ടുപോയി ക്ലോസ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനത്തെ പിന്നെ ഞാൻ ക്ലാസ് എടുക്കണ്ടല്ലോ. പക്ഷെ ഇതുപോലെ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് മന്ത്രി ഇന്ന വ്യക്തിയാണെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന സമയത്ത് ശരിയായിരിക്കും, പക്ഷെ നെക്സ്റ്റ് ഡേയിൽ മാറിക്കഴിഞ്ഞാൽ പ്രശ്നം വരും. ഓക്കെ, ഇപ്പം നമ്മുടെ സ്റ്റാറ്റിക് ഫാക്ട് ഒക്കെ ഒരുവിധം കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് എവർ എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ എന്താണ് ഇന്ത്യയിലെ ആദ്യത്തേത് അല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ യങ്ങസ്റ്റ് അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അതിലൊന്നും ഒരു മാറ്റം യങ്ങസ്റ്റ് ഒക്കെ ചിലപ്പോൾ മാറുക. ഫസ്റ്റ് എന്ന് പറയുന്ന കാര്യം മാറില്ല. അപ്പം ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്താണ് വന്നത് എന്ന് പറയുമ്പോൾ അത് മാറില്ല. പക്ഷെ എന്താണ് അല്ലെ ആദ്യത്തെ വനിത അങ്ങനെയൊക്കെ പറയുമ്പോൾ ആ കാര്യങ്ങൾ മാറില്ല. അല്ലെങ്കിൽ എന്താണ് ഏറ്റവും പ്രായം കുറഞ്ഞ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട് അല്ലേ. അത് പുതിയ അതിലും പ്രായം കുറഞ്ഞ ഒരാൾ വന്ന കാര്യങ്ങൾ മാറിക്കൂടെ. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. നിങ്ങൾക്ക് എന്താണ് ക്ലാസ് കേൾക്കുന്ന കൂട്ടത്തിൽ ജസ്റ്റ് ഒന്ന് മൊബൈൽ എടുത്തിട്ടാ ഇത് തന്നെയാണോ ഇത് തന്നെ അല്ലെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് നമ്മളെ കൂടെ ഒന്ന് അറിയിക്കുക, ഇതൊന്ന് മാറിയിട്ടുണ്ട് എന്ന് അറിയിക്കുക. ഓക്കെ, സോ CSRIIM ജമ്മു ആണ് ഇത് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഈ പറയുന്ന ജമ്മു ആൻഡ് കാശ്മീരിൽ ബന്ദേർ വാഹിനെ നമ്മളെ ലാവൻഡർ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന പേര് കൂടി വിശേഷിപ്പിക്കാറുണ്ട്. G7 സമ്മിറ്റ് 2025 2025 G7 സമ്മിറ്റ് എന്താണ്
കണ്ടക്ട് ചെയ്യുന്നത് അല്ലെ. G7 സമ്മിറ്റ് നമ്മൾ പഠിക്കേണ്ട പ്രാധാന്യം എന്താണ്? ഇന്ത്യ G7 സമ്മിറ്റിന്റെ ഭാഗമാണോ? അല്ല. ഇന്ത്യ എന്താണ്? G7 കമ്മിറ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, സമ്മിറ്റിന്റെ ഭാഗമല്ല, ആക്ച്വലി G7ന്റെ ഭാഗമല്ല. പക്ഷെ സമ്മിറ്റിൽ പൊതുവെ എന്താണ്? ഇന്ത്യ സ്പെഷ്യൽ ഇൻവൈറ്റി എന്ന രീതിയിലൊക്കെ വരാറുണ്ട്. ക്ഷണിക്കപ്പെട്ട അതിഥിയായിട്ട് തന്നെയാണ് ഇന്ത്യ വരാറുള്ളത്. അല്ലാതെ ദൃശ്യത്തിൽ ജോർജ് കുട്ടി പറഞ്ഞതുപോലെ ക്ഷണിക്കപ്പെടാത്ത അതിഥിയല്ല. ഇന്ത്യ ക്ഷണിക്കപ്പെട്ട അതിഥിയായിട്ട് തന്നെയാണ് വരാറുള്ളത്. പക്ഷെ G7 കൺട്രീസിന്റെ ഭാഗമല്ല ഇന്ത്യ. 2025 G7 പാർട്ട്നേഴ്സ് ആർ മേക്കിംഗ് 50 ഇയേഴ്സ് ഓഫ് പാർട്ണർഷിപ്പ് ആൻഡ് കോപ്പറേഷൻ. 50 വർഷങ്ങൾ കംപ്ലീറ്റ് ആക്കി G7 വന്നിട്ട്. 1975 വന്ന G7 50 വർഷങ്ങൾ അവിടെ കംപ്ലീറ്റ് ആക്കി. ദിസ് ഇയേഴ്സ് G7 ഔട്ട്റീച്ച് സമ്മിറ്റ് ബി ഹോസ്റ്റഡ് ബൈ കാനഡ വന്ന ചോദ്യമാണ്. എവിടെ വെച്ചിട്ടാണ് G7 സമ്മിറ്റ് നടന്നതെന്ന് ചോദിക്കാറുണ്ട്. ഇസ് തീംഡ് അറൌണ്ട് 3 കോർ പില്ലേഴ്സ്. 3 പില്ലേഴ്സ് ആണ്, 3 തീംസ് ആണ് ഇതിനുള്ളത്. ഒന്ന്, പ്രൊട്ടക്ടിങ് അവർ കമ്മ്യൂണിറ്റീസ് അറൌണ്ട് ദ വേൾഡ്. 2, ബിൽഡിംഗ് എനർജി സെക്യൂരിറ്റി ആൻഡ് ആക്സലറേറ്റിംഗ് ദ ഡിജിറ്റൽ ട്രാൻസിഷൻ. 3, സെക്യൂറിംഗ് ദ പാർട്ട്നേഴ്സ് ഓഫ് ദ ഫ്യൂച്ചർ. ഈ ഒരു 3 ലക്ഷ്യങ്ങളാണ് ഉള്ളത്. സോ 2025 G7 സമ്മിറ്റ് കാനഡയിൽ എന്താണ്? കനനാസ്കിസ്. ഓക്കെ, കനനാസ്കിസ് അങ്ങനെയാണ് വായിക്കുന്നതാണ് എന്റെ വിശ്വാസം. നിങ്ങളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് വായിച്ചു നോക്കിയാൽ കനനാസ്കിസ്. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ, കാനഡയിൽ വെച്ചിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ദോ ഇന്ത്യ ഇസ് നോട്ട് എ പാർട്ട് ഓഫ് ദ G7 ഗ്രൂപ്പിംഗ്. ഇറ്റ് ഹാസ് ബീൻ ഇൻവൈറ്റഡ് ഫോർ എ ഗ്ലോബൽ മീറ്റ് ഈച്ച് ഇയർ ഫോർ ദ ലാസ്റ്റ് 6 ഇയേഴ്സ് ആൻഡ് 12 ഇൻ ടോട്ടൽ ആസ് ആൻ ഔട്ട്റീച്ച് കൺട്രി. കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ 12 തവണ ഇന്ത്യ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഔട്ട്റീച്ച് കൺട്രി എന്ന രീതിയിൽ സ്പെഷ്യൽ ഇൻവൈറ്റി ആയിട്ട് വരാറുണ്ട്. ദി പ്രസിഡന്റ് ഓഫ് ദ യൂറോപ്യൻ കമ്മീഷൻ വാസ് ഇൻവൈറ്റഡ് ടു അറ്റൻഡ് G7 സമ്മിറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. ചരിത്രത്തിൽ ആദ്യമായിട്ട് യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റും എന്താണ് ഇവിടെ ക്ഷണിക്കപ്പെട്ടു. ദി G7 ഗ്രൂപ്പ് ഓഫ് സെവൻ എന്നാണ്. ഇസ് എൻ ഇൻഫോർമൽ ഫോറം ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് അഡ്വാൻസ്ഡ് എക്കണോമീസ്. ഫ്രാൻസ് ഉണ്ട്, ജർമ്മനി ഉണ്ട്, ഇറ്റലി ഉണ്ട്, UK ഉണ്ട്, ജപ്പാൻ ഉണ്ട്, US ഉണ്ട്, കാനഡ ഉണ്ട്. അങ്ങനെ 7 കൺട്രീസ് ആണല്ലേ. ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, UK, ജപ്പാൻ, US, കാനഡ. 7 രാജ്യങ്ങളാണ് ലോകത്തിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 7 എക്കണോമീസ് ആണ്. G7 1975 ഫോം ചെയ്തതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണല്ലോ 50 വർഷങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇനീഷ്യലി ഇത് G7 ആയിരുന്നില്ല. ഇനീഷ്യലി ഇത് G6 ആയിരുന്നു. കാനഡ അവിടെ ഉണ്ടായിരുന്നില്ല. US, UK, ഫ്രാൻസ്, വെസ്റ്റ് ജർമ്മനി, ജപ്പാൻ, ഇറ്റലി ചേർന്നിട്ടാണ് ഇത് ആരംഭിച്ചത്. പിന്നീട് 1976 ഈ പറയുന്ന G7ന്റെ ഭാഗമായിട്ട് കാനഡ വരുന്നത്. ഇൻ റെസ്പോൺസ് ടു ദ 1973 ഓയിൽ ക്രൈസിസ് ആൻഡ് ഫൈനാൻഷ്യൽ ടർമോയിൽ. 1973 ഉണ്ടായിരുന്ന ഓയിൽ ക്രൈസിസ് ഒക്കെ കാരണമാണ് 1975 G6 കൺട്രീസ് അവിടെ വന്നത്. പിന്നീട് നെക്സ്റ്റ് ഇയർ തന്നെ 1976 തന്നെ G7 കൺട്രി ആയിട്ട് മാറി കാനഡ അവിടെ ജോയിൻ ചെയ്തു. 2025 50 വർഷങ്ങളാണെന്ന് പറഞ്ഞു. 1997 ഇത് G8 ആയിരുന്നു. ഓക്കെ, റഷ്യ ഇതിന്റെ ഭാഗമായിരുന്നു. പക്ഷെ പിന്നീട് എന്താണ് 2014 റഷ്യ പറഞ്ഞു ഞങ്ങളില്ല, ഞങ്ങൾ പോകണമെന്ന് പറഞ്ഞു. വീണ്ടും എന്താണത് G7 ആയിട്ട് മാറിയിട്ടുണ്ട്. സോ ഇനി 2026 നമുക്ക് 2026 കൂടി പഠിച്ചു കളയാം അല്ലെ. 52ാമത്തെ G7 സമ്മിറ്റ് ജൂൺ 14 തൊട്ട് ജൂൺ 16 വരെ നടക്കാനിരിക്കുകയാണ്. ഫ്രാൻസിൽ വെച്ചിട്ടാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. IPL 2025 IPL 2026 റിസൾട്ട് നമുക്കറിയാം. 2025ഉം 26ഉം ആരാണ് വിജയികൾ? RCB ആണ്. രണ്ടും അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. 2025 ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഓൾസോ നോൺ ആസ് IPL 18. IPL 18ാമത്തെ പതിപ്പാണ്. നമ്മൾ പറയാറുണ്ട് 18ാമത്തെ പതിപ്പ്. വിരാട് കോഹ്ലിയുടെ 18 എന്ന് പറഞ്ഞ നമ്പർ 18 വർഷങ്ങൾക്ക് ശേഷം എന്താണ് IPL കിരീടം സ്വന്തമാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് RCB ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ ടാറ്റ IPL 2025 IPL 18th എഡിഷൻ ആയിരുന്നു. സോ അതിൽ ഫൈനലിൽ പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു അവരുടെ 18 വർഷത്തെ ഈ സാല കപ്പ് നംദു എന്ന് പറയുന്ന കാര്യം അവസാനിപ്പിച്ചു. സോ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഫൈനൽ നടന്നത്. സായി സുദർശൻ ഓറഞ്ച് ക്യാപ്പ് വിന്നറും പ്രസീദ് കൃഷ്ണ പർപ്പിൾ ക്യാപ്പ് വിന്നറുമായിട്ട് മാറി. 2 ഗുജറാത്ത് ടൈറ്റൻസിന്റെ താരങ്ങളായിരുന്നു. സൂര്യകുമാർ യാദവ് എന്താണ് അദ്ദേഹം മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു RCB ടീമിന് വിജയത്തിലേക്ക് നയിച്ച ക്യാപ്റ്റൻ എന്ന് പറയുന്നത് രജത് പാട്ടിദാർ ആയിരുന്നു. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഈസ് എ പ്രൊഫഷണൽ 2020 ക്രിക്കറ്റ് ലീഗ് ഹെൽഡ് ഇൻ ഇന്ത്യ, ഓർഗനൈസ്ഡ് ബൈ BCCI, ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഓഫ് ഇന്ത്യ ആണ് ഓർഗനൈസ് ചെയ്യുന്നത് അല്ലേ. സോ എല്ലാ വർഷവും എന്താണ് ഫസ്റ്റ് എഡിഷൻ തൊട്ടിട്ട് എല്ലാ വർഷവും ഇത് കണ്ടക്ട് ചെയ്യുന്നത്. 2008 ഫസ്റ്റ് എഡിഷൻ. മോസ്റ്റ് സക്സസ്ഫുൾ ടീം ചോദിച്ചാൽ മുംബൈ ഇന്ത്യൻസും CSK ചെന്നൈ സൂപ്പർ കിങ്സുമാണ്. 5 ടൈറ്റിൽസ് 2 ടീമിനുണ്ട്. സോ വുമൻസ് പതിപ്പും ഇതിന് ആരംഭിച്ചിട്ടുണ്ട്. വുമൻസ് പതിപ്പ് എന്താണ്? വുമൻസ് പതിപ്പ് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ വുമൻസ് പതിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നല്ല, ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത് 2022 സോ അതിന്റെ 2025 വിന്നർ മുംബൈ ഇന്ത്യൻസ് ആയിരുന്നു. പിന്നീട് RCB അതിൽ വിജയിച്ചിട്ടുണ്ട്. ഇന്ത്യ ടു ബിൽഡ് ഫസ്റ്റ് എവർ പോളാർ റിസർച്ച് വെസൽ ഇൻ കൊളാബറേഷൻ വിത്ത് നോർവേ. പോളാർ റിസർച്ച് വെസൽ നമ്മുടെ
ഇന്ത്യ ആദ്യമായിട്ടൊരു പോളാർ റിസർച്ച് വെസൽ ഡെവലപ്പ് ചെയ്തു അല്ലെ? ആരുടെ സഹായത്തോടു കൂടിയാണ്? നോർവേയുടെ സഹായത്തോടു കൂടിയാണ്. ഇന്ത്യ ഒറ്റയ്ക്കല്ല. ഇന്ത്യസ് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് ആൻഡ് നോർവേസ് Kongsberg Oslo signed an MOU with which paves the way for India to build its first ever polar research vessel indigenously. തദ്ദേശീയമായിട്ട് എന്താണ് ആദ്യമായി ഇന്ത്യ ഈ ഒരു കാര്യം തദ്ദേശീയമായിട്ട് നിർമ്മിച്ചു എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്നു. അതെന്താണ് നോർവേയുടെ കുറച്ച് കാര്യങ്ങൾ കൂടെ നോർവേയുടെ ഒരു കമ്പനിയെ കൂടെ ഭാഗവാക്കാക്കി എന്ന് മാത്രം അവിടെ വരുന്നുള്ളൂ. സോ ഇവിടെ ഒരു MOU ഇന്ത്യയും നോർവേയുമായിട്ട് ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. Mr. Sonowal participated in ministerial discussion on shipping and ocean business and reaffirmed India's vision Mahasagar ensuring growth for all. മഹാസാഗർ ഇന്ത്യയുടെ എന്താണ് ബ്ലൂ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇനീഷ്യേറ്റീവ് ആണല്ലേ. ഇന്ത്യ ഫിനിഷ് സെക്കൻഡ് അറ്റ് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025. 2025 ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ എന്താണ് രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. 24 മെഡൽസ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. അതിൽ 8 ഗോൾഡ്, 10 സിൽവർ, 6 ബ്രോൺസ്. India finished second at 26th Asian Athletics Championship 2025 held in Gumi, South Korea with a total of 24 മെഡൽ. 24 മെഡൽ ടോട്ടൽ ഉണ്ടായിരുന്നു. അതിൽ 8 ഗോൾഡ്, 10 സിൽവർ, 6 ബ്രോൺസുമാണ് വരുന്നത്. സൗത്ത് കൊറിയയിൽ ഗുമിയിലായിരുന്നു ഈ ഒരു എഡിഷൻ നടത്തുന്നത്. ചൈന ടോപ്പ് ദ മെഡൽ ടാലി വിത്ത് 32 മെഡൽ. 32 മെഡലുമായിട്ട് ചൈന എന്താണ് മെഡൽ ടാലി ഒന്നാമതുണ്ട്. സെർവിൻ സെബാസ്റ്റ്യൻ won the first medal for India by bagging a bronze in മെൻസ് 20 കിലോമീറ്റർ റേസ് വാക്ക് ഇവന്റ്. സെർവിൻ സെബാസ്റ്റ്യൻ ആണ് ഇന്ത്യയുടെ എന്താണ് ഫസ്റ്റ് മെഡൽ ഈ ഒരു ഇവന്റുമായിട്ട് ബന്ധപ്പെട്ട് സ്വന്തമാക്കിയത്. ഗുൽവീർ സിംഗ് വോൺ ദ ഫസ്റ്റ് ഗോൾഡ് മെഡൽ ഫോർ ഇന്ത്യ ഇൻ മെൻസ് 10,000 മീറ്റർ. ഹി ഓൾസോ വോൺ ഗോൾഡ് മെഡൽ ഇൻ മെൻസ് 5,000 മീറ്റർ. ആ ഒരു പേരുകളൊന്നും ഓർത്ത് വെച്ചാൽ മതി. 2017 എഡിഷനിലൊന്നും ഞാൻ പോകുന്നില്ല. ഡാറ്റ അവിടെ നിന്നോട്ടെ. ഇത് പരീക്ഷയ്ക്ക് വന്ന ചോദ്യമായിരുന്നു. ഇന്ത്യ ലോഞ്ചസ് വേൾഡ്സ് ഹയസ്റ്റ് റെസൊല്യൂഷൻ വെതർകാസ്റ്റ് സിസ്റ്റം. നമ്മുടെ ലോകത്തിലെ തന്നെ ഹയസ്റ്റ് വെതർ ഫോർകാസ്റ്റ് റെസൊല്യൂഷൻ സിസ്റ്റം 6 കിലോമീറ്റർ ഇൻറ്റു 6 കിലോമീറ്റർ. ഇത് പരീക്ഷയ്ക്ക് വന്നു. അതായത് എത്രയാണ് അതിന്റെ റെസൊല്യൂഷൻ എന്ന രീതിയിൽ ചോദ്യം വന്നു. 6 കിലോമീറ്റർ ഇൻറ്റു 6 കിലോമീറ്റർ. നമുക്ക് 6 കിലോമീറ്റർ ഏരിയ ഇങ്ങനെയും എന്താണ് കവർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ആര് ഡെവലപ്പ് ചെയ്തു എന്നും ചോദിച്ചിട്ടുണ്ട്. ഭാരത് ഫോർകാസ്റ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് IIT മെട്രോളജി ആണ്, പൂനെയാണ് ഡെവലപ്പ് ചെയ്തത്. ഇതിന്റെ പേരാണ് ഭാരത് ഫോർകാസ്റ്റിംഗ് സിസ്റ്റം. ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അൺവീൽഡ് Bharat forecasting system developed by Indian Institute of Tropical Meteorology, Pune, and powered by the high-speed supercomputer ARC. High-speed supercomputer ആർക്കയാണ് ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ നൽകുന്നത്. ഭാരത് forecasting system aims to deliver the most accurate and localized weather forecast in the world with an unprecedented 6 kilometer into 6 kilometer grid resolution. It was officially launched on May 26, 2025 by Union Earth Science Minister Dr. Jitendra Singh. ഇതിന്റെ സ്പീഡ് 11.77 പെറ്റാഫ്ലോപ്സ്, സ്റ്റോറേജ് 33 പെറ്റാബൈറ്റ്സുമാണെന്ന് കൂടെ ഓർത്തു വയ്ക്കണം. ഇന്ത്യ പാർട്ടിസിപ്പേറ്റ്സ് ഇൻ 9th ബ്രിക്സ് ഇൻഡസ്ട്രി മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് ഇൻ ബ്രസീലിയ. 9ാമത്തെ ബ്രിക്സ് ഇൻഡസ്ട്രി മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് ബ്രസീലിയയിൽ വെച്ചിട്ട് എന്താണ് കണ്ടക്ട് ചെയ്തത്. അപ്പം ഇന്ത്യ അതിലെ ഭാഗമായല്ലേ. India participated in 9th BRICS Industry Ministers meeting held under the chairship of Brazil on 21st May 2025. 2025 മെയ് 21 ബ്രസീലിന്റെ ചെയർമാൻഷിപ്പിലാണ് ഇത് കണ്ടക്ട് ചെയ്തത്. ദ ഓവറേക്കിംഗ് തീം ഓഫ് ദ മീറ്റിംഗ്, അധികം വേണ്ട തീം പഠിച്ചാൽ മതി. സ്ട്രെങ്തനിങ് ഗ്ലോബൽ സൗത്ത് കോർപ്പറേഷൻ ഫോർ മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗവേണൻസ് എന്നതാണ് അതിന്റെ തീം. The meeting witnessed the presence of industry ministers and representative from all BRICS countries, ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, പിന്നെ പുതുതായിട്ട് വന്ന ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, ഇന്തോനേഷ്യ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് മിയാവോ ലിജി നെയ്മഡ് അംബാസഡർ ഫോർ ഫിബ വുമൻസ് ഏഷ്യ കപ്പ് 2025. 2025 ഫിബ വുമൻസ് ഏഷ്യ കപ്പിന്റെ അംബാസഡർ ആയിട്ട് മിയോ ലിജി എന്താണ് തെരഞ്ഞെടുക്കപ്പെട്ടു അല്ലെ. ചൈനീസ് ബാസ്കറ്റ്ബോൾ ലെജൻഡ് ആയിരുന്നു മിയോ ലിജി. ഹാസ് ബീൻ നെയ്മഡ് ദ അംബാസഡർ ഓഫ് ഫിബ വുമൻസ് ഏഷ്യ കപ്പ് 2025 ഷെഡ്യൂൾ ടു ബി ഹെൽഡ് ഷെൻസാൻ ചൈന ഫ്രം ജൂലൈ 13 ജൂലൈ 13 തൊട്ട് ജൂലൈ 20 വരെയാണ് ചൈനയിലെ ഷെൻസാനിൽ വെച്ച് ഇത് കണ്ടക്ട് ചെയ്തത്. ഷീസ് ഫോമർ ക്യാപ്റ്റൻ ആൻഡ് ടോപ്പ് സ്കോറർ ഫോർ ചൈനാസ് നാഷണൽ വുമൺ ബാസ്കറ്റ്ബോൾ ടീം. ചൈനയുടെ നാഷണൽ വുമൻസ് ബാസ്കറ്റ്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ഒക്കെ ആയിരുന്നു. ഫിബ ഹാൾ ഓഫ് ഫെയിം ഇൻഡക്ട് 2024 ഫിബ ഹാൾ ഓഫ് ഫെയിം ഇൻഡക്ട് ആയിരുന്നു. 3 ഒളിമ്പിക്സ് 2004, 2008, 2012 3 ഒളിമ്പിക്സിലും 3 ഫിബ വേൾഡ് കപ്പിലും
പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പ്ലെയർ ടു സ്കോർ 6400 WCBA. ഓക്കെ, അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഇന്ത്യ മംഗോളിയ ജോയിന്റ് മിലിറ്ററി എക്സസൈസ് നോമഡിക് എലിഫന്റ് 2025. നോമഡിക് എന്ന് പറയുമ്പോൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതാണ് മീനിങ് അല്ലേ. സോ അത്തരത്തിൽ നോമഡിക് എലിഫന്റ് ഫസ്റ്റ് എഡിഷൻ ഇന്ത്യയും മംഗോളിയയുമായിട്ട് ഫസ്റ്റ് എഡിഷൻ ഇത് കുറേ ആയിട്ട് നടക്കുന്നതാണ്. 17th എഡിഷൻ ആണ്. മംഗോളിയയിലെ ഉലാൻ ബാട്ടറിൽ വെച്ച് നടന്നു. 17th എഡിഷൻ ഓഫ് ഇന്ത്യ മംഗോളിയ ജോയിന്റ് മിലിറ്ററി എക്സസൈസ് എന്താ പേര്? നോമഡിക് എലിഫന്റ് ആണ്. ഈ ഷെഡ്യൂൾ ടു ബി held in Ulaanbaatar, Mongolia. It is a bilateral annual military exercise held alternatively in India and Mongolia since 2006. 2006 തൊട്ടിട്ട് ഇന്ത്യയിലും മംഗോളിയയിലും എന്താണ് ഓൾട്ടർനേറ്റീവ്ലി കണ്ടക്ട് ചെയ്യുന്ന എക്സസൈസ് ആണ്. ലാസ്റ്റ് എഡിഷൻ അത് വേണ്ട 2024 മേഘാലയയിലെ ഉംറോയിലായിരുന്നു. ഇന്ത്യ റെപ്രസെന്റ് ചെയ്തിട്ട് അരുണാചൽ സ്കൗട്ട്സും അതുപോലെ തന്നെ ഇന്ത്യ റെപ്രസെന്റ് ചെയ്തിട്ട് അരുണാചൽ സ്കൗട്ട്സ് ആയിരുന്നു പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഓർത്തു വയ്ക്കാം. ഇന്ത്യ ടേക്സ് ഓവർ ചെയർമാൻഷിപ്പ് ഓഫ് ഏഷ്യ പ്രൊഡക്ടിവിറ്റി ഓർഗനൈസേഷൻ ഫോർ 2025-26. 2025-26 ഏഷ്യ പ്രൊഡക്ടിവിറ്റി ഓർഗനൈസേഷന്റെ തലപ്പത്തേക്ക് നമ്മുടെ ഇന്ത്യ വന്നിട്ടുണ്ട്. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ വെച്ചിട്ടാണ് 2025 മെയ് മാസത്തില് മെയ് 2022 ഈ ഒരു ഇവന്റ് നടന്നത്. സോ അവിടെ എന്താണ് ചെയർഷിപ്പിൽ ആരുണ്ട്? നമ്മുടെ ഇന്ത്യയുണ്ട്. 67ാമത്തെ ഗവേണിംഗ് ബോഡി മീറ്റിംഗ് ആണ് നടന്നിട്ടുള്ളത് 2025. അവിടെ ഇന്ത്യ എന്താണ് ചെയർഷിപ്പിലേക്ക് വന്നു. ഇന്ത്യ ഹാസ് ഫോർമലി അസ്യൂംഡ് ചെയർമാൻഷിപ്പ് ഓഫ് ദ Asian Productivity Organization for 2025-26 term during the ongoing 67th session of the governing board meeting of APO being held from 20 to 22nd May 2025 in Jakarta, Indonesia. ഇതിൽ നമ്മുടെ ഇന്ത്യൻ ഡെലിഗേഷൻ നയിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നത് ഈ ഒരു തീരുമാനത്തിലെത്തുന്ന സമയം നയിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നത് നമ്മുടെ അമർദീപ് സിംഗ് ഭാട്ടിയായിരുന്നു. അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. കുഷ് മൈനി ക്രിയേറ്റ്സ് ഹിസ്റ്ററി വിത്ത് ഫസ്റ്റ് ഇന്ത്യൻ വിൻ ഇൻ ഫോർമുല 2. ഇതും പ്രീവിയസിൽ വന്ന ചോദ്യമാണ്, നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. ഫോർമുല 2 വിജയിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനായിട്ട് ആര് മാറിയിട്ടുണ്ട്? കുഷ് മൈനി മാറിയിട്ടുണ്ട് അല്ലെ. ഇന്ത്യൻ റേസിംഗ് ഡ്രൈവർ കുഷ് മൈനി അച്ചീവ്ഡ് എ ഹിസ്റ്റോറിക് ഫിയറ്റ് ബൈ വിന്നിംഗ് ദ ഫോർമുല 2 സ്പ്രിന്റ് റേസ് മൊണാക്കോ ഗ്രാൻഡ് പ്രിക്സിൽ ഫോർമുല 2 സ്പ്രിന്റ് റേസ് വിജയിച്ച ആദ്യത്തെ ഇന്ത്യൻ താരമായിട്ട് ആര് മാറി? കുഷ് മൈനി മാറി. ദ ഫിയറ്റ് making him the first Indian to secure victory in F2 event. Samudryan, India's first manned deep ocean mission to launch by 2026. 2026 ഇന്ത്യയുടെ ആദ്യത്തെ മാൻഡ് ഡീപ്പ് ഓഷ്യൻ മിഷൻ എന്താണ്? സമുദ്രയാൻ എന്ന പേരിൽ ലോഞ്ച് ചെയ്യാനുള്ള പ്ലാനൊക്കെ നമുക്ക് അറിയാം അല്ലേ. സോ അതാണ് നമുക്ക് പറയാനുള്ളത്. ഇന്ത്യ ഈസ് പോസ് ടു മേക്ക് എ സിഗ്നിഫിക്കന്റ് ലീപ്പ് ഇൻ മറൈൻ എക്സ്പ്ലോറേഷൻ വിത്ത് ദ ലോഞ്ച് ഓഫ് ഇറ്റ്സ് ഫസ്റ്റ് മാൻഡ് ഡീപ്പ് ഓഷ്യൻ മിഷൻ സമുദ്രയാൻ ഷെഡ്യൂൾ ഫോർ 2026. 2026 സമുദ്രയാൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. സമുദ്രയാൻ ഈസ് പാർട്ട് ഓഫ് ഡീപ്പ് ഓഷ്യൻ മിഷൻ, അതായത് കടലിനടിയിൽ പോയിട്ട് ആ കാര്യങ്ങളെ പഠിക്കുക. 2021 മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് ആണ് ഇത് ലോഞ്ച് ചെയ്യേണ്ടായിരുന്നത്. ഇറ്റ് ഈസ് എ 4th generation manned submersible vehicle indigenously developed. Can carry 3 crew members to depth 6,000 മീറ്റർ, 6000 മീറ്റർ താഴ്ചയിലേക്ക് 3 ക്രൂ മെമ്പേഴ്സിനെ വഹിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതിന് സാധിക്കും. ഇന്ത്യ ജപ്പാൻസ് ലുപെക്സ് മിഷൻ എൻഡേഴ്സ് ഡിസൈൻ സ്പേസ്. എന്താണ് ഇന്ത്യ ജപ്പാൻ ലുപെക്സ് മിഷൻ റീസെന്റ് അതിന് ഡിസൈൻ ഫേസിലേക്ക് വന്നിട്ടുള്ള കാര്യമാണ്. ലുപെക്സ് മിഷൻ ഇന്ത്യയും ആരുമാണെന്ന് പഠിച്ചാൽ മതി. ഇന്ത്യയും ജപ്പാൻ അഥവാ ജാക്സയുമാണ് അല്ലേ. ഇന്ത്യ ആൻഡ് ജപ്പാൻ ഹാവ് ബിഗാൻ ദ പ്രിലിമിനറി ഡിസൈൻ ഫേസ് ഓഫ് ദ ചന്ദ്രയാൻ 5 മിഷൻ, ഓൾസോ നോൺ ആസ് ലുപെക്സ്. ചന്ദ്രയാൻ 5-നെയാണ് നമ്മൾ ലുപെക്സ് മിഷൻ എന്ന പേരിൽ വിളിക്കുന്നത്. ഓക്കെ, സോ ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ എന്നാണ് ലുപെക്സിന്റെ ഫുൾ ഫോം. ഇന്ത്യയും ജപ്പാനുമാണ് ഇതിൽ ഭാഗമാവുന്നത്. ഓൾറെഡി 2025 മാർച്ച് 10 ക്യാബിനറ്റ് ഇതിന് അപ്രൂവലും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അതിൽ ജപ്പാന്റെ H3 റോക്കറ്റ് ആണ് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. ദ ലാൻഡർ ഈസ് ബീങ് ഡെവലപ്ഡ് ബൈ ISR 350 കിലോഗ്രാം റോവർ ജാക്സം. അതായത് നമ്മളിപ്പം ചന്ദ്രയാൻ മിഷനുമായിട്ട് ബന്ധപ്പെട്ട മെയിനായിട്ട് ഒരു ലാൻഡർ ഉണ്ട്, അത് ലാൻഡ് ചെയ്യാനുള്ള ലാൻഡർ ഉണ്ട്. പിന്നെ അതിലെന്താണ് കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ വേണ്ടി റോവറും ഉണ്ട് അല്ലേ. ലാൻഡർ നമ്മുടെ ISR ഡെവലപ്പ് ചെയ്യും, റോവർ ജപ്പാനും ഡെവലപ്പ് ചെയ്യും. ഏതാണ്ട് 100 ദിവസത്തേക്കാണ് ഈ ഒരു മിഷൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ചന്ദ്രയാൻ 4 കഴിഞ്ഞു, ചന്ദ്രയാൻ 3 വരാൻ എന്ന് 5 വരാൻ എന്ന് വിചാരിക്കും അല്ലെ. ഫോറൊക്കെ അപ്കമിംഗ് ആയിട്ട് 2027 വരാനിരിക്കുകയാണ്. ചന്ദ്രയാൻ 1 2008 ഫസ്റ്റ് മിഷൻ ഫോക്കസ്ഡ് മിനറൽ ആൻഡ് കെമിക്കൽ മാപ്പിംഗ്. ചന്ദ്രയാൻ 2 2019 ഓർബിറ്റർ മിഷൻ വിത്ത് 98% സക്സസ്. ചന്ദ്രയാൻ 3 പിന്നെ പറയണ്ടല്ലോ, സൗത്ത് പോളിൽ ഇറങ്ങിയ ആദ്യത്തെ മിഷൻ ആണെന്ന് പറയാൻ വേണ്ടി സാധിക്കും. ചന്ദ്രയാൻ 4 2027 അപ്കമിംഗ് ആയിട്ട് വരും. ഗ്യാൻ ഭാരതം മിഷൻ. Prime Minister Narendra Modi launched the revamped National Manuscripts Mission on June 9, 2025 under new title Gyan Bharat
മിഷൻ താളിയോല ഗ്രന്ഥങ്ങളിൽ അത് കൃത്യമായിട്ട് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്യാൻ ഭാരത മിഷൻ ലോഞ്ച് ചെയ്തത്. ദ മിഷൻ എയിമിംഗ് ടു പ്രിസർവ് ഇന്ത്യസ് വാസ്റ്റ് manuscript heritage with a significant budget increase from 3.5 crore to 60 crore. This initiative will survey, document, digitize, and conserve over 1 crore manuscripts lying in academic institution, libraries, museums, and private collections. So, നമ്മുടെ ഒരു കാലത്ത് ഉണ്ടായിരുന്ന താളിയോല ഗ്രന്ഥങ്ങളെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാഷണൽ manuscript മിഷൻ വാസ് എസ്റ്റാബ്ലിഷ് ഇൻ 2003. 2003 നാഷണൽ manuscript മിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് അണ്ടർ ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ആർട്സ്. ഓക്കെ, അതൊന്ന് ഓർത്തു വെക്കണം. ഇന്ത്യ ക്ലിഞ്ചസ് സാഫ് അണ്ടർ 19 ടൈറ്റിൽ. സാഫ് അണ്ടർ 19 ടൈറ്റിൽ 2025 ആര് സ്വന്തമാക്കി? നമ്മുടെ ഇന്ത്യ സ്വന്തമാക്കി അല്ലെ. ഈ ഒരു ടൂർണമെന്റ് നടന്നത് നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ടാണ്. ഫൈനൽ അരുണാചൽ പ്രദേശിലെ യുപി ഔട്ട്ഡോർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് നടന്നു. ഇന്ത്യ ക്ലിഞ്ചർ ദ സൗത്ത് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ അണ്ടർ 19 ചാമ്പ്യൻഷിപ്പ് 2025, ബീറ്റിംഗ് ബംഗ്ലാദേശ് 4-3 ഇൻ പെനാൽറ്റി ഷൂട്ടൗട്ട് ഇൻ ദ ഫൈനൽ അറ്റ് യുപി ഔട്ട്ഡോർ സ്റ്റേഡിയം ഇൻ യുപി അരുണാചൽ പ്രദേശ്. ഇതിൽ മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുണ്ടായിരുന്നത് മാലദ്വീപ്സും നേപ്പാളുമാണ്. ഹോസ്റ്റ് കൺട്രി ഇന്ത്യ ആയിരുന്നു. ബംഗ്ലാദേശ് ആയിരുന്നു ഡിഫൻഡിംഗ് ചാമ്പ്യൻസ് ആയിട്ടുണ്ടായിരുന്നത്. മോസ്റ്റ് സക്സസ്ഫുൾ ടീമായിട്ട് നമ്മുടെ ഇന്ത്യയാണ്. ഇതോടുകൂടെ 4 ടൈറ്റിൽസ് ഇന്ത്യ സ്വന്തമാക്കി. ഓപ്പറേഷൻ ഒലീവിയ, എ മറൈൻ കൺസർവേഷൻ സക്സസ് ബൈ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. ഓപ്പറേഷൻ ഒലീവിയ ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്? ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ആണ് അല്ലേ. ഓക്കെ, ഇൻ എ മേജർ ബൂസ്റ്റ് ടു മറൈൻ കൺസർവേഷൻ ദ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ത്രൂ ആൻ ആനുവൽ മിഷൻ ഓപ്പറേഷൻ ഒലീവിയ has successfully protected nearly 6.98 lakh olive ridley turtle that nested in Rashikulia River mouth in Odisha on February 2025. So, മെയിനായിട്ട് എന്താണ്? ടർട്ടിൽസ് അല്ലെങ്കിൽ ആമകളെ എന്താണ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഓപ്പറേഷൻ ഒലീവിയ. ഒലീവിയ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ചോദിച്ചാൽ സേഫ് നെസ്റ്റിംഗ് ഓഫ് ടർട്ടിൽസ് ആണ്, പ്രത്യേകിച്ച് ഈ പറയുന്ന ഒലിവ് റൈഡ്ലി ടർട്ടിൽ. ഇന്ത്യസ് മറാത്ത ഫോർട്സ് ആഡഡ് ടു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ്. യുനെസ്കോയുടെ ലിസ്റ്റിലേക്ക് വിവിധ കാര്യങ്ങൾ വരാറുണ്ട് അല്ലെ. 44ാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് വന്നതാണ് മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പ്. അത് മറാത്ത വംശം ആ ഒരു പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന സമയത്ത്, മറാത്ത രാജവംശം അവിടെ ഭരിച്ചിരുന്ന സമയത്ത് അവരുടെ മിലിറ്ററി ബേസ് ആയിരുന്ന പ്രദേശങ്ങളെ ഇപ്പം എന്താണ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലേക്ക് കൊണ്ടുവന്നു. മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പ് ഓഫ് ഇന്ത്യ ഹാസ് ബീൻ ഇൻസ്ക്രൈബ്ഡ് ഓൺ ദ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ്, ബിക്കമിംഗ് ഇന്ത്യസ് 44th പ്രോപ്പർട്ടി ടു റിസീവ് ദിസ് റെക്കഗ്നിഷൻ. ഈ റെക്കഗ്നിഷൻ അല്ലെങ്കിൽ യുനെസ്കോ സൈറ്റ്സിലേക്ക് ആഡ് ചെയ്യപ്പെടുന്ന ഇന്ത്യയുടെ 44ാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് മാറി അല്ലേ. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി, മിനിസ്റ്റർ ഓഫ് കൾച്ചർ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ആൻഡ് ചീഫ് മിനിസ്റ്റർ മഹാരാഷ്ട്ര അന്നത്തെ കാര്യമാണ് ദേവേന്ദ്ര ഫഡ്നാവിസ് അവർ ചേർന്നിട്ടാണ് ലോഞ്ച് ചെയ്തത്. 47ാമത്തെ യുനെസ്കോ സെഷനിൽ വെച്ചിട്ടാണ് ഈ ഒരു തീരുമാനം കാര്യങ്ങൾ 47th സെഷൻ ഓഫ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയിലാണ് ഈ ഒരു തീരുമാനവും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൂടെ അവിടെ നിന്ന് ഓർത്ത് വെച്ചാൽ മതി. സ്പാനിങ് 17th to 19th century CE, Maratha military landscapes of India is extraordinary network of 12 forts that demonstrate the strategic military vision and architectural ingenuity of Maratha Empire. Maratha Empire കുറിച്ചുള്ള കാര്യങ്ങളാണ് നമുക്കിതിൽ മെയിനായിട്ട് കാണാൻ വേണ്ടി സാധിക്കുക. ദ മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പ് ഇൻക്ലൂഡ് 12 മേജർ ഫോർട്സ്. നമ്മൾ 12 മേജർ ഫോർട്സ് ഇതിലുണ്ട്. ഇതിൽ 11 വരുന്നത് മഹാരാഷ്ട്രയിലും 1 വരുന്നത് തമിഴ്നാടുവിലുമാണ്. മഹാരാഷ്ട്ര ആൻഡ് 12 in മഹാരാഷ്ട്ര ആൻഡ് 1 in തമിഴ്നാട്. മോസ്റ്റ്ലി മഹാരാഷ്ട്രയിലാണ്. ബിൽറ്റ് ഓർ എക്സ്പാൻഡ് ബിറ്റ്വീൻ ലേറ്റ് 17th ആൻഡ് ഏർലി 19th century. 17th and 19th century ഇടയിലാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. മഹാരാഷ്ട്രയിൽ ആ ഒരു ഫോർട്ടുകൾ നോക്കാം. സൽഹേർ, അതുപോലെ ശിവനേരി, അതുപോലെ ലോഹാഡ്, അതുപോലെ കന്തേരി, റായ്ഗഡ്, രാജ്ഗഡ്, പ്രതാപ്ഗഡ്, അതുപോലെ സുവർണ ദുർഗ്, പൻഹാല, വിജയദുർഗ്, സിന്ധുദുർഗ്. 12ാമതായിട്ട് എന്താണ്? ഗിഞ്ചി ഫോർട്ട്. ഗിഞ്ചി ഫോർട്ട് എവിടെയാണ്? തമിഴ്നാടുവിലാണ്. സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റഡ് ഇൻ കോസ്റ്റൽ ആൻഡ് ഹില്ലി ഏരിയസ്, ദ ഫോർട്സ് ഫോംഡ് എ സ്ട്രോങ് ഡിഫൻസ് സിസ്റ്റം ദാറ്റ് സപ്പോർട്ടഡ് മറാത്ത മിലിറ്ററി പവർ, ട്രേഡ് ആൻഡ് ടെറിട്ടോറിയൽ കൺട്രോൾ. അന്ന് മറാത്ത മിലിറ്ററി എംപയറുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ സ്ട്രോങ് ബേസ് ഒക്കെ തന്നെയായിരുന്നു ഈ പറയുന്ന കാര്യങ്ങൾ. ആർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ ബിക്കംസ് ഇന്ത്യസ് ഫസ്റ്റ് ISO സർട്ടിഫൈഡ് സ്റ്റേഷൻ. ഇന്ത്യയിൽ ആദ്യത്തെ ISO ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡ് സർട്ടിഫൈ ചെയ്യുന്ന 9001 2015 സ്റ്റാൻഡേർഡൈസേഷൻ ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷനായിട്ട് ആലപ്പുഴയിലെ, കേരളത്തിൽ ആലപ്പുഴയിലെ ആർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ മാറി അല്ലെ. ആർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ ഇൻ ആലപ്പുഴ ഡിസ്ട്രിക്ട്, കേരളം became the first in India to receive a International Organization for Standardization 9001 2015 Quality Management System certification from a Bureau of Indian Standards, BIS സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന BIS സർട്ടിഫിക്കേഷൻ ISO സർട്ടിഫിക്കേഷൻ BIS നിന്ന് ISO സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പോലീസ് സ്റ്റേഷനായിട്ട് ആർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ. ആർത്തുങ്കൽ പള്ളിയേട്ടില്ല, അതൊക്കെ തന്നെ. ഓക്കെ, ഗുജറാത്ത്
becomes a first state to support a ക്രൂയൂസ് ഭാരത മിഷൻ. നമ്മുടെ ബ്ലൂ എക്കണോമി അല്ലെങ്കിൽ എന്താണ് മറൈൻ എക്കണോമി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി വിവിധ പദ്ധതികൾ ഗവൺമെന്റ് കൊണ്ടുവരുന്നു അല്ലേ. അതിലൊന്നാണ് ക്രൂയൂസ് ഭാരത മിഷൻ. ഗുജറാത്ത് ഹാസ് ബിക്കം ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഫോർമേർലി അലൈൻ വിത്ത് ക്രൂയൂസ് ഭാരത് മിഷൻ, മാർക്കിംഗ് എ സിഗ്നിഫിക്കന്റ് മൈൽസ്റ്റോൺ ഇൻ കൺട്രീസ് പുഷ് ടു ഡെവലപ്പ് എ ഗ്ലോബലി കോമ്പറ്റീവ് ക്രൂയൂസ് ടൂറിസം എക്കോസിസ്റ്റം. ഈ പറഞ്ഞ ക്രൂയൂസ് ടൂറിസം എന്താണ്, അതിലൂടെ ടൈറ്റാനിക് ഒക്കെ പണ്ടുണ്ടായിരുന്നു അല്ലേ, അതെന്താണ്, അതൊക്കെ ഈ പറഞ്ഞ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ. ടൈറ്റാനിക് ഇന്ത്യയുടെ എന്നല്ലേ പറഞ്ഞത്, ഓക്കെ, ചിന്തിക്കരുത്. ക്രൂയിസ് ഭാരത് മിഷൻ ഇസ് എ സെൻട്രൽ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് ടു ബിൽഡ് ഗ്ലോബലി കോമ്പറ്റീറ്റീവ് ക്രൂയിസ് ടൂറിസം എക്കോസിസ്റ്റം. സോ തീർച്ചയായിട്ടും എന്തുകൊണ്ട് ഇത് ഗുജറാത്തിൽ വന്നു എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിലെ തീരപ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കോസ്റ്റ് ലൈനുകൾ ഏതാണ്ട് 2340 കിലോമീറ്ററുള്ള കോസ്റ്റ് ലൈൻസ് ഈ പറയുന്ന ഗുജറാത്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. സബർമതി, നർമ്മദ പോലുള്ള റിവേഴ്സും അതിന്റെ ഭാഗമാണ്. ഓക്കെ, ഇന്ത്യസ് ഫസ്റ്റ് AI ക്യാമ്പസ് ടു ഓപ്പൺ ഇൻ ആന്ധ്രാപ്രദേശ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇങ്ങനെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ ഇന്ത്യയിലും എന്താണ് AI ക്യാമ്പസ് വേണമെന്നൊരു കാര്യം കൂടെ ചിന്തിച്ച സമയത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ AI ക്യാമ്പസ് ഇവിടെ വന്നത് ആന്ധ്രാപ്രദേശിൽ വന്നത്. ചെയർമാൻ ആൻഡ് ചാൻസലർ ഓഫ് ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി വിഡ്സ് പ്ലാനി എന്ന് പറയും, കുമാർ മംഗലം ബിർളയാണ് അതിന്റെ ചെയർമാൻ. അനൗൺസ്ഡ് ദാറ്റ് ദേ വുഡ് ഡെവലപ്ഡ് ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ഗ്രീൻഫീൽഡ് AI ക്യാമ്പസ് അമരാവതി. ആദ്യ ഗ്രീൻഫീൽഡ് AI ക്യാമ്പസ് എവിടെയാണ്, അമരാവതിയിലാണ് അല്ലേ, ക്യാപിറ്റൽ സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ്. ബൈ ഇൻവെസ്റ്റിംഗ് അറൌണ്ട് 2000 crore ടു അക്കോമഡേറ്റ് മോർ ദാൻ 7000 സ്റ്റുഡൻസ് പെർ ഇയർ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ ഇനി എന്താണ്, ആന്ധ്രാപ്രദേശിലേക്ക് വിട്ടോ, AI ക്യാമ്പസും കാര്യങ്ങളൊക്കെ അവിടെ വന്നിരിക്കുകയാണ്. അതൊക്കെ ഓർത്ത് വെച്ചാൽ മതി. 2027 അഡ്മിഷൻ വരത്തുള്ളേ, ചാടിക്കറി പോകണ്ട. ഓക്കെ, ഇന്ത്യസ് ഫസ്റ്റ് ഡിജിറ്റൽ നൊമാഡ് വില്ലേജ് ഓപ്പൺസ് ഇൻ സിക്കിം. നമ്മളൊക്കെ പലപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, വർക്കൊക്കെ കഴിഞ്ഞ് ഒരു വർക്ക് പ്രഷറിലൊക്കെ നിൽക്കുന്ന സമയത്ത് എവിടെയെങ്കിലും പോകണം, എവിടെയെങ്കിലും പോയിട്ട് അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയാൽ അത്രയും നല്ലത്. പക്ഷെ നമ്മളെന്താണ് നോർത്ത് ഈസ്റ്റിലൊക്കെ പോകുന്ന സമയത്ത്, നോർത്ത് ഈസ്റ്റിലൊക്കെ അധികം ആളുകൾക്ക് കവർ ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ള സ്ഥലങ്ങളാണ്. പക്ഷെ പോയി വരുമ്പോൾ നമുക്ക് ഒരാഴ്ച 2 ആഴ്ച ലീവൊക്കെ വേണം. ചിലപ്പോൾ ഒരു 4-5 ദിവസം ലീവ് കിട്ടും. ബാക്കി 3 ദിവസം നമ്മൾ എന്താണ് വർക്ക് ഫ്രം ഹോം പോലെ ചെയ്യേണ്ടതായിട്ട് വരും, റിമോട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ നോർത്ത് ഈസ്റ്റ് ഒക്കെ പോയി കഴിഞ്ഞാൽ പൊതുവെ നമുക്ക് നെറ്റ്വർക്ക് കവറേജ് ഒക്കെ വളരെ കുറവായിരിക്കും. ജോലി ചെയ്യാനുള്ള ഇന്റർനെറ്റും കാര്യങ്ങളൊന്നും ലഭിക്കത്തില്ല. അങ്ങനെ ആ ഒരു പ്രശ്നം നേരിടാൻ വേണ്ടിയിട്ട് സിക്കിമിൽ ആദ്യമായിട്ടൊരു നൊമാഡ് വില്ലേജ് വന്നു. അവിടെ നമുക്ക് ഹൈ സ്പീഡ് ഇന്റർനെറ്റും കാര്യങ്ങളും ഒക്കെ ലഭിക്കും. യാക്തേൻ ആണ് ഈ ഒരു വില്ലേജ്. യാക്തേൻ എന്ന വില്ലേജ് ഇൻ സിക്കിം ഇസ് പക്യോങ് ഡിസ്ട്രിക്ട് has been officially declared India's first digital nomad village and nomad സിക്കിം ഇനീഷ്യേറ്റീവ്. nomad സിക്കിം ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ നമ്മുടെ വില്ലേജ് ആയിട്ട്, നമ്മുടെ എന്ന് പറയുമ്പോൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഡിസൈൻഡ് ഫോർ പ്രൊഫഷണൽ സീക്കിംഗ് എ ബാലൻസ് ബിറ്റ്വീൻ റിമോട്ട് വർക്ക് ആൻഡ് പീസ്ഫുൾ ലൈഫ് സ്റ്റൈലും. ഓക്കെ, സോ റിമോട്ട് വർക്കിംഗ് പീസ്ഫുൾ ലൈഫ് സ്റ്റൈലും ഒന്നിച്ചു കൊണ്ടുപോകാനാണ്. ദ വില്ലേജ് ഇസ് എക്യുപ്ഡ് വിത്ത് ഹൈ സ്പീഡ് വൈഫൈ നെറ്റ്വർക്സ് ടു എൻഷുർ റിലയബിൾ കണക്ടിവിറ്റി while also promoting eco-friendly practices and fostering a sustainable remote work environment. This model not only provides a refreshing work environment but also supports a local livelihood in Sikkim. ഇവിടെ ജോലി ചെയ്യാൻ വരുന്ന ആളുകളെയും അതുപോലെ അവിടെ ലോക്കൽ എന്ന് പറയുമ്പോൾ അവിടെ സിക്കിമിൽ ജീവിക്കുന്ന ആ ഒരു യക്തേൻ വില്ലേജിൽ ജീവിക്കുന്ന ആളുകൾക്കില്ല, അവർക്കൊരു വരുമാന മാർഗവുമായിട്ട് മാറും അല്ലേ. സോ ആ ഒരു ടൂറിസം കാര്യങ്ങൾ അങ്ങോട്ടേക്ക് കുറെ കൂടെ നമുക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇഗ സ്വയത്തേക്ക് വിൻസ് മെയ്ഡൻ വിംബിൾട്ടൺ ടൈറ്റിൽ. വിംബിൾട്ടൺ ടൈറ്റിൽ ആദ്യമായിട്ട് ഇഗാ സ്വയതേക്ക് വിജയിച്ചു, നേടി. ഇവിടെ പറയുന്നത് കേട്ടിട്ട് ആദ്യത്തെ വിംബിൾട്ടൺ ടൈറ്റിൽ ഇഗാ സ്വയതേക്ക് നേടിയെന്നല്ല, ഇഗാ സ്വയത്തേക്ക് അവരുടെ കരിയറിലെ ആദ്യത്തെ വിംബിൾട്ടൺ ടൈറ്റിൽ സ്വന്തമാക്കി. അതാണ് നമുക്ക് പഠിക്കേണ്ടത്. ഗ്രാൻഡ് സ്ലാംസുമായിട്ട് ബന്ധപ്പെടുന്ന ഗ്രാൻഡ് സ്ലാംസ് ഉണ്ട് അല്ലേ. ഏതൊക്കെയാണ്? ഓസ്ട്രേലിയൻ ഓപ്പൺ, അതുപോലെ തന്നെ ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾട്ടൺ ഓപ്പൺ, US. ഇങ്ങനെയാണ് ആ ഒരു ഓർഡർ വരുന്നത് അല്ലേ. വിംബിൾട്ടൺ കഴിഞ്ഞിട്ട് US ആണ്. ഇൻ ടെന്നീസ് വേൾഡ് നമ്പർ 4 അന്നത്തെ കാര്യമാണ്. ഇഗാ സ്വയതേക്ക് പോളണ്ട് താരമാണ്. വാസ് ക്രൗണ്ട് വിംബിൾട്ടൺ ചാമ്പ്യൻ ഓവർ അമാൻഡ അനിസിമോവ ഓൺ സെൻട്രൽ കോർട്ട് ലണ്ടൻ ജൂലൈ 12, 2025. ഞാൻ എന്തിനായി ഡേറ്റ് ഒക്കെ തന്നെന്ന് വെച്ചാൽ നമുക്ക് മുൻപ് SSCക്ക് ചോദിച്ച സമയത്ത് ഫൈനൽ നടന്ന ഡേറ്റ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരെ കഷ്ടകാലത്തിന് കൊണ്ടുപോയിട്ട് ഫൈനൽ നടന്ന ഡേറ്റ് ചോദിച്ചു. സോ 2025 ജൂലൈ 12 പറഞ്ഞാൽ മതി. സോ ഫസ്റ്റ് വുമൺ ഫൈനൽ ഇൻ ദ ഓപ്പൺ എറ ടു ബി വിൻ വിത്തൗട്ട് എ ചാമ്പ്യൻ ഡ്രോപ്പിംഗ് ഇൻ സിംഗിൾസ് ഗെയിം. ഇവിടെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഇഗാ സ്വയത്തേക്ക് ഒരു സെറ്റ് പോലും പരാജയപ്പെടാതാണ് വിജയിച്ചത്. 6-0 6-0 എന്ന മാർജിനിൽ എന്താണ് ഒരു സെറ്റ് പോലും പരാജയപ്പെടാതെ അവർ വിജയിച്ചു. ആദ്യമായിട്ടാണ് 1988 ശേഷം ആദ്യമായിട്ടാണ് ഈ ഒരു നേട്ടം സ്വന്തമാക്കുന്നത്. ദിസ് വാസ് ഓൺലി തേർഡ് ടൈം ഗ്രാൻഡ് സ്ലാം ഹിസ്റ്ററി ദാറ്റ് വുമൺ ഫൈനൽ എൻഡഡ് 6-0 6-0 ആൻഡ് ഫസ്റ്റ് ടൈം സിൻസ് 1988. അതായത് ബാഡ്മിന്റന്റെ നിയമങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലെ. ബാഡ്മിന്റണിൽ ഇപ്പം 2 പേര് കളിക്കുമ്പോൾ ഒരാൾ
6 പോയിന്റ് നേടുന്നു, മറ്റേ ആൾ 1 പോയിന്റ് പോലും നേടാൻ വേണ്ടി പറ്റുന്നില്ല. ആ സെറ്റ് ആ വ്യക്തി വിജയിച്ചതായിട്ട് തീരുമാനിക്കും. അല്ലെങ്കിൽ ഇപ്പം 6 നെക്സ്റ്റ് ഒരു പോയിന്റ് 6-1 ആയിക്കഴിഞ്ഞാൽ വീണ്ടും എന്താണ് അടുത്ത 21 വരെ അത് നീണ്ടു പോകും. ഓക്കെ, സോ ആ രീതിയിലാണ് പൊതുവെ കളിക്കാറുള്ളത്. ബൾഗേറിയ ബിക്കംസ് 21st മെമ്പർ ടു അഡോപ്റ്റ് യൂറോ. യൂറോ കോമൺ കറൻസി ആയിട്ട് അഡോപ്റ്റ് ചെയ്യുന്ന 21ാമത്തെ അംഗരാജ്യമായിട്ട് ആര് മാറിയിട്ടുണ്ട്? ബൾഗേറിയ മാറിയിട്ടുണ്ട് അല്ലേ? സോ പല രാജ്യങ്ങളും ഈ പറയുന്ന യൂറോ കോമൺ കറൻസി ആയിട്ട് എടുക്കുന്നുണ്ട്. ബൾഗേറിയയുടെ കറൻസി എന്ന് പറയുന്നത് ലെവ് ആയിരുന്നു. ആ ലെവ് മാറ്റിയിട്ടാണ് അവർ യൂറോ റീസെന്റ് ആയിട്ട് പ്രഖ്യാപിച്ചത്. യൂറോപ്യൻ യൂണിയൻ മിനിസ്റ്റേഴ്സ് ഗേവ് ദ ഫൈനൽ ഗ്രീൻ ലൈറ്റ് July 8, 2025 for Bulgaria to adopt the euro on January 1st, 2026, marking it the സിംഗിൾ കറൻസി ആസ് എ 21st മെമ്പർ. സോ യൂറോ അവരുടെ കോമൺ കറൻസി ആയിട്ട് അഡോപ്റ്റ് ചെയ്യുന്ന 21ാമത്തെ ലോകരാജ്യമാണ്. റീസെന്റ് ആയിട്ട് ആര് മാറി? ബൾഗേറിയ മാറി. ബൾഗേറിയ സ്വിച്ച് ഫ്രം ദ ലിവ് ടു ദ യൂറോ കംസ് നിയർലി 19 years ആഫ്റ്റർ ദ കൺട്രി ഓഫ് 6.4 million പീപ്പിൾ ജോയിൻ യൂറോപ്യൻ യൂണിയൻ. ഓക്കെ, ഏതാണ്ട് 6.4 മില്യൺ ആളുകൾ യൂറോപ്യൻ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് ബൾഗേറിയയിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് അവർക്ക് ഈ ഒരു ആവശ്യകത ശക്തമായത് ലെവലിൽ നിന്നും യൂറോയിലേക്ക് മാറേണ്ടത്. യൂറോപ്യൻ യൂണിയന്റെ ചീഫായിരുന്ന ഉർസുല വോണ്ടർ ലിയൻ ആൻഡ് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ഹെഡ് ക്രിസ്റ്റ്യൻ ലാംഗ്രെഡ് കൺഗ്രാജുലേറ്റഡ് ബൾഗേറിയ ആഫ്റ്റർ ദ മിനിസ്റ്റേഴ്സ് അപ്രൂവൽ. അവർ കൺഗ്രാജുലേറ്റ് ചെയ്തതൊന്നുമല്ല പഠിക്കാനുള്ളത്. ഞാൻ പറഞ്ഞത് യൂറോപ്യൻ യൂണിയന്റെ ചീഫ് ഉർസുല വോണ്ടർ ലിയനും അതുപോലെ യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ ഹെഡ് എന്ന് പറഞ്ഞ ക്രിസ്റ്റ്യൻ ലാംഗ്രെഡിയുമാണെന്ന് പഠിച്ചു വയ്ക്കാനാണ് ഞാൻ അവിടെ ഉദ്ദേശിച്ചത്. ബൾഗേറിയസ് journey to joining the Eurozone has had stormy political backdrop with 7 elections in 3 years last October 2024. So അവിടെ കഴിഞ്ഞ എന്താണ് 3 വർഷത്തിനിടയിൽ 7 ഇലക്ഷൻ അവിടെ നടന്നു. അതൊക്കെ എന്താണ് ഈ പറഞ്ഞ കോമൺ കറൻസി അഡോപ്റ്റ് ചെയ്യാനുള്ള പ്രതിഷേധങ്ങളായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. PM മോദി അവാർഡ് ബ്രസീൽസ് ഹയസ്റ്റ് സിവിലിയൻ ഹോണർ. ബ്രസീൽ നൽകുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ഉയർന്ന ബഹുമതി റീസെന്റ് ആയിട്ട് ആർക്ക് ലഭിച്ചു? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചു അല്ലേ? Prime Minister Narendra Modi's 4-day visit to Brazil, which enhanced and enriched South dialogue and dependent strategic ties with Brazil, has concluded. So, our meeting in the Grand Order of the National Order of the Southern Cross ആർക്ക് ലഭിച്ചത്? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചത്. ഇത് നൽകിയത് ബ്രസീലിന്റെ പ്രസിഡന്റ് ആയിരുന്ന ലൂയിസ് ഇനാഷ്യോ ലുല ഡസിൽവിയാണത് അന്ന് നൽകിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു അവാർഡ് ലഭിക്കുന്ന സമയത്ത് 26ാമത്തെ ഗ്ലോബൽ ഹോണറാണ്. ഇപ്പൊ 26 കഴിഞ്ഞ് 30 കഴിഞ്ഞിട്ട് അങ്ങ് എത്തിയിട്ടുണ്ട്. അടുത്ത എന്താണ്? 11th മെയ് സമ്മിറ്റ്. 11ാമത്തെ മെയ് സമ്മിറ്റ് റീസെന്റ് ആയിട്ട് എവിടെ വെച്ച് നടന്നു? ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു അല്ലേ? 11ാമത്തെ മെയ് സമ്മിറ്റ് എവിടെ വെച്ചിട്ടാണ് നടന്നത്? ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ്. ഓർഗനൈസ് ചെയ്ത ആരാണ്? ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി FICCI ആണത് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. യൂണിയൻ അഗ്രികൾച്ചർ മിനിസ്റ്റർ ആയിട്ടുള്ള ശിവരാജ് സിംഗ് ചൗഹാൻ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടെ ഓർത്ത് വെച്ചാൽ മതി. തേർഡ് ലാർജസ്റ്റ് ക്രോപ്പാണ് നമ്മുടെ ഇന്ത്യയിൽ. തേർഡ് ലാർജസ്റ്റ് ക്രോപ്പായിട്ട് റൈസ്, ഗോതമ്പിനും റൈസിന് ശേഷം തേർഡ് ലാർജസ്റ്റ് ക്രോപ്പായിട്ട് നമുക്ക് മെയ്സിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി സാധിക്കും. ബിഗ് ഗവൺമെന്റ് പേയ്മെന്റ്സ് ടു ഗോ ത്രൂ RBI കൂബ ഫ്രം July 16. RBI പേയ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു പേയ്മെന്റ്സ് ഇത്ര പരിധിന് മേലെയാണെങ്കിൽ അത് നിർബന്ധമായിട്ട് ഈ കൂബർ എന്ന് പറയുന്ന RBIയുടെ ആ ഒരു ഇനീഷ്യേറ്റീവിലൂടെ പോയിരിക്കണം എന്നൊരു നിബന്ധന റീസെന്റ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. In a move aimed at enhancing transparency and ensuring faster reconciliation, the Indian government has announced that starting July 16, all central government payment exceeding 75 crore, 75 കോടിക്ക് മുകളിലുള്ള എല്ലാ പേയ്മെന്റ്സും എന്താണ് ഈ പറയുന്ന ഈ കൂബർ സിസ്റ്റം മുഖാന്തരം ചെയ്യണം. ഇതിന് മുൻപ് ഇത് 500 കോടിയായിരുന്നു. അത് കുറച്ചിട്ട് എന്താണ് കുറെ കൂടെ ട്രാൻസ്പാരൻസി ഉറപ്പുവരുത്താനാണ് 75 കോടിയായിട്ട് ലിമിറ്റ് മാറ്റിയത്. ഈ കൂബർ ഇസ് എ സ്പെഷ്യൽ ഓൺലൈൻ സിസ്റ്റം ഡെവലപ്ഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI അഥവാ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡെവലപ്പ് ചെയ്തൊരു സ്പെഷ്യൽ ഓൺലൈൻ സിസ്റ്റമാണ് ഈ കൂബർ. This system is an online platform that helps the RBI settle money transfer for the government and other banks. Earlier, only payments over 500 crore, 500 കോടിക്ക് മുകളിലുള്ള പേയ്മെന്റ്സ് മാത്രമാണ് ഈ കൂബറിലൂടെ പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അതിപ്പം 75 കോടിയായിട്ട് മാറ്റി. മഹാരാഷ്ട്ര ഗവൺമെന്റ് ഡിക്ലെയർസ് ഗണേശോത്സവ് ആസ് എ സ്റ്റേറ്റ് ഫെസ്റ്റിവൽ. സംസ്ഥാന ഉത്സവമായിട്ട് മഹാരാഷ്ട്ര ഗവൺമെന്റ് റീസെന്റ് ആയിട്ട് ഗണേശോത്സവത്തെ പ്രഖ്യാപിച്ചു. ദ മഹാരാഷ്ട്ര ഗവൺമെന്റ് ഹാസ് ഒഫീഷ്യലി ഡിക്ലെയർഡ് സാർവജനിക് ഗണേശോത്സവ് ആസ് ദ സ്റ്റേറ്റ് ഫെസ്റ്റിവൽ. അവരുടെ സ്റ്റേറ്റ് ഫെസ്റ്റിവൽ ആയിട്ട് ഇതുപോലെ ഓരോ സംസ്ഥാനങ്ങളുടെ സ്റ്റേറ്റ് എംബ്ലംസ്, ഫെസ്റ്റിവൽസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ പഠിക്കാനുണ്ട് അല്ലേ. ദ സ്റ്റേറ്റ് ഗവൺമെന്റ് has also decided to bear the expenses for organizing and promoting grand celebration across Maharashtra. ഈ പറയുന്ന ഗണേശോത്സവം ഇനി കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അതിന് കംപ്ലീറ്റ് എക്സ്പെൻസും ആര് വഹിച്ചോളും? മഹാരാഷ്ട്ര ഗവൺമെന്റ് വഹിച്ചോളും എന്നൊരു തീരുമാനം കൂടെ അവിടെ വന്നു. The festival symbolizes social unity, nationalism and
Spirit of freedom, self-respect, and pride in Marathi language. This year, the 10-day Ganeshotsav will begin on August 27. 2025 ഓഗസ്റ്റ് 27 ഗണേശോത്സവ കണ്ടക്ട് ചെയ്തത്. ഇങ്ങനൊരു ഫെസ്റ്റിവൽ വരാൻ വേണ്ടി കാരണമായ വ്യക്തി എന്ന് പറഞ്ഞ ലോക്മാന്യ ബാലഗംഗാധർ തിലകാണ്. 1893 അദ്ദേഹം സാർവജനിക ഗണേശോത്സവം ഒരു പബ്ലിക് സെലിബ്രേഷൻ ആയിട്ട് ഉയർത്തി കൊണ്ടുവരുന്നത്. മോണലോവ ക്ലൈമറ്റ് സ്റ്റേഷൻ ഫേസ് ഷട്ട് ഡൗൺ ആഫ്റ്റർ 65 ഇയേഴ്സ്. 1965 ആരംഭിച്ച മോണലോവ ക്ലൈമറ്റ് സ്റ്റേഷൻ 65 വർഷങ്ങൾക്ക് ഇപ്പുറം എന്താണ് അതിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് അല്ലേ. ഓക്കെ, ഫോർ മോർ ദാൻ 65 ഇയേഴ്സ് എ സ്മോൾ ഒബ്സർവേറ്ററി ഓൺ ദ ടോപ്പ് ഓഫ് ഹവായ് മോണലോവ വോൾക്കാനോ. മോണലോവ വോൾക്കാനോ ആണ്. പാട്ട് കേട്ട് മോണലോവയാ, പാട്ട് കേട്ടിട്ട് ആ മോണലോവ തന്നെയാണ്. ഹാസ് ബീൻ മെഷറിംഗ് കാർബൺ ഡയോക്സൈഡ് ഇൻ എയറിലെ CO2 മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഒബ്സർവേറ്ററി ഉണ്ടായിരുന്നത്. ദിസ് പ്ലേസ് ഹാസ് ഗിവൺ അസ് സം ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രൂഫ് ദാറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ഇസ് റിയൽ ആൻഡ് കോസ്ഡ് ബൈ ഹ്യൂമൻസ്. പണ്ട് 1958 ആ ഒരു സമയത്തൊക്കെ ആളുകൾ പറയും ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട്, ക്ലൈമറ്റിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്, പ്രശ്നങ്ങളുണ്ട്, മനുഷ്യൻ കാരണമാണ് ഉണ്ടാകുന്നത് പറയുമ്പോൾ ആളുകൾ പുച്ഛിച്ചു തള്ളും. ആളുകൾ പറയും അങ്ങനെ ക്ലൈമറ്റ് ചേഞ്ച് ഒന്നുമില്ല, ഞങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് ജീവിച്ചു വരികയാണ്, ക്ലൈമറ്റ് ചേഞ്ച് സംഭവമൊന്നുമില്ല, അങ്ങനെ പ്രകൃതി തന്നെ എന്താണ് അതിനെ തിരുത്തിയിട്ട് വന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ പറഞ്ഞു വരുമ്പോൾ എക്കണോമിക്സിൽ ഞാൻ ക്ലാസിക്കലും കെനീഷ്യൻ എക്കണോമിക്സ് പഠിപ്പിച്ചതുപോലെ ഉണ്ടാവും അല്ലേ. പക്ഷെ പിന്നീട് ആളുകൾക്ക് മനസ്സിലായി ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കാൻ വേണ്ടി തുടങ്ങി. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ, ഭൂകമ്പങ്ങളും കാര്യങ്ങളും വരാൻ വേണ്ടി തുടങ്ങി. അതൊക്കെ പ്രകൃതിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആഘാതങ്ങൾ തന്നെയാണ് നമുക്ക് റിഫ്ലക്ഷൻ പോലെ ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കി. US ഗവൺമെന്റ് പ്ലാൻസ് ടു സ്റ്റോപ്പ് ഫണ്ടിങ് ഇറ്റ്. US ഗവൺമെന്റ് തീരുമാനിച്ചു ഇനി ഇതിനെന്താണ് മോണോലെവയ്ക്ക് ഫണ്ടിങ്ങിൽ എന്ന് തീരുമാനിച്ചു. In the 1950s, a scientist named Charles Keeling chooses monolava to measure CO2. 1950s ഇങ്ങനെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് ചാൾസ് കീലിംഗ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് പറയുന്നത്. ഇറ്റ് വാസ് ഫാർ ഫ്രം സിറ്റീസ് ആൻഡ് പൊല്യൂഷൻ, മേക്കിംഗ് ഇറ്റ് പെർഫെക്റ്റ് പ്ലേസ് ടു ഗെറ്റ് ക്ലീൻ എയർ സാമ്പിൾ. സോ എന്താണ് സിറ്റിയിൽ നിന്നും പൊല്യൂഷൻ എന്നൊക്കെ എന്താണ് ദൂരെ ആയതുകൊണ്ട് കുറച്ചുകൂടെ ക്ലീൻ എയർ അവിടെ നമുക്ക് ആ ഒരു പ്രകൃതിയിൽ കുറെ കൂടെ ക്ലീൻ എയർ ലഭിക്കും. അവിടെ കൂടെ പൊല്യൂഷൻ എത്തിക്കഴിഞ്ഞാൽ എന്താണ് വളരെ മോശം അവസ്ഥയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. 1958 ഇത് ആരംഭിച്ചത്. ഇന്ത്യ ക്രിയേറ്റ്സ് ഹിസ്റ്ററി വിത്ത് ഫസ്റ്റ് ടെസ്റ്റ് വിൻ എഡ് ബാഡ്സ്റ്റൺ. എഡ് ബാഡ്സ്റ്റണിൽ ആദ്യമായിട്ടാണ് ഇംഗ്ലണ്ടിൽ എഡ് ബാഡ്സ്റ്റണിൽ നമ്മുടെ ഇന്ത്യ ആദ്യമായിട്ടാണ് ഒരു ടെസ്റ്റ് ക്രിക്കറ്റ് വിജയിക്കുന്നത്. 336 റണ്ണിന്റെ വിഷയമാണ് ഇന്ത്യ എഡ് ബാഡ്സ്റ്റണിൽ സ്വന്തമാക്കിയത്. അതൊരു റെക്കോർഡ് തന്നെയാണ് അല്ലേ. India created history with a 336-run win over England in the second test at Birmingham, securing not only their first ever victory at Edgbaston, but also their biggest test win in away from home in terms of a run. അതായത് നമ്മുടെ ഒരു വിദേശ രാജ്യത്ത് കളിക്കുമ്പോൾ റൺ അടിസ്ഥാനത്തിൽ ഏറ്റവും ഇന്ത്യയുടെ ഉയർന്ന ടെസ്റ്റ് വിജയം കൂടിയാണ് ഇത്. This was India's biggest away win in test, surpassing the 318-run victory over West Indies in North Sound 2016 as the defender total for of 19. Okay, ഗില്ലായിരുന്നു ഇതിൽ പ്ലെയർ ഓഫ് ദ മാച്ച് ആയിട്ടുണ്ടായിരുന്നു. അറ്റ് 25-year-old 25 year and 301 days, 25 വയസ്സും 301 ദിവസവും പ്രായമുള്ളപ്പോൾ ഗിൽ എന്താണ് യങ്ങസ്റ്റ് ഇന്ത്യൻ ക്യാപ്റ്റൻ ടു വിൻ ടെസ്റ്റ് ഓവർസീസ്, സർപാസിംഗ് സുനിൽ ഗവാസ്കർ 26-202 days. അതായത് തന്റെ 25-ാമത്തെ വയസ്സിൽ ഒരു ഓവർസീസ് ടെസ്റ്റ് വിജയം സ്വന്തമാക്കി ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാപ്റ്റൻ എന്ന പ്രത്യേകത ശുഭമാൻ ഗിൽ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. Which he led India to victory against ന്യൂസിലാൻഡ് in Auckland in 1976. 1976 ഓക്ലാൻഡിൽ 26 വയസ്സുള്ള സമയത്താണ് സുനിൽ ഗവാസ്കർ ഏറ്റവും പ്രായം കുറഞ്ഞ് ഓവർസീസ് വിന്നിംഗ് ടെസ്റ്റ് ക്യാപ്റ്റനായിട്ട് മാറിയത്. അത് ആര് തിരുത്തി കുറിച്ചു? ശുഭമാൻ ഗില്ല് തിരുത്തി കുറിച്ചു. ആകാശ് ദീപ് took 10 wickets for 187 runs in match, the best match figure by an Indian bowler in England. ഇംഗ്ലണ്ടിൽ ഈ പറയുന്ന രീതിയിൽ 10 വിക്കറ്റ് ഒരൊറ്റ ഇന്നിങ്സ് അല്ല 2 ഇന്നിങ്സും കൂടിയിട്ട് 10 വിക്കറ്റ് സ്വന്തമാക്കുന്ന ആ ഒരു ബെസ്റ്റ് ഫിഗർ ആയിട്ട് കൂടെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഹി ബിക്കേം ഓൺലി ദ സെക്കൻഡ് ഇന്ത്യൻ ടു അച്ചീവ് എ 10 വിക്കറ്റ് ഹോൾ ഇൻ ടെസ്റ്റ് മാച്ച് ഇൻ ഇംഗ്ലണ്ട് ആഫ്റ്റർ ചേതൻ ശർമ്മ ഇൻ 1986. അതിൽ ബെസ്റ്റ് ഫിഗർ ആർക്കാണ്? ആകാശ് ദീപിനാണ്. 1986 ടെസ്റ്റിൽ 2 ഇന്നിങ്സിലുമായിട്ട് ഇംഗ്ലണ്ടിൽ എഡ്ബാസ്റ്റണിൽ തന്നെ ചേതൻ ശർമ്മ സ്വന്തമാക്കിയിട്ടുണ്ട്. ദ കമ്പൈൻ ടോട്ടൽ 1692 runs by both teams at Edgbaston is the highest ever in test between India and England, beating the previous record at Headingley. അതുകൂടെ ഒന്ന് ഓർത്തു വെക്കണം. കേരളാസ് ഫസ്റ്റ് സ്കിൻ ബാങ്ക് ടു ഓപ്പൺ ഇൻ തിരുവനന്തപുരം. നമ്മുടെ കേരളത്തിൽ ഇതുവരെ ഒരു സ്കിൻ ബാങ്ക് ഉണ്ടായിരുന്നില്ല അല്ലെ. സ്കിൻ ബാങ്കിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഏതെങ്കിലും രീതിയിൽ ആസിഡ് അറ്റാക്ക് വിക്ടിം അല്ലെങ്കിൽ പൊള്ളലുകളേറ്റ ആളുകൾ അവരുടെ സ്കിൻ എന്താണ് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ചില സ്കിൻസ് റീജനറേറ്റ് ചെയ്യണമെന്നില്ല. കാലാകാലം അവരുടെ ആ ഒരു സ്കിൻ എന്താണ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. അവിടെ പോയ സ്കിന്ന് തിരിച്ചു വരാത്ത അവസ്ഥ കാണാൻ വേണ്ടി സാധിക്കും. സോ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ആശ്വാസം എന്ന രീതിയിലാണ് സ്കിൻ എന്താണ് ആ ഒരു പ്ലാസ്റ്റിക് സർജറിയിലൂടെ സ്കിന്നും കാര്യങ്ങളും വയ്ക്കുന്നത്. സോ അങ്ങനെ സ്കിൻ ബാങ്ക് നമ്മുടെ ഇന്ത്യയിൽ
കേരളത്തിൽ റീസെന്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. കേരളത്തിൽ ആദ്യത്തെ സ്കിൻ ബാങ്ക് ആണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് വന്നത്. ദ ഫെസിലിറ്റി ഹാസ് സെക്യൂർഡ് അപ്രൂവൽ ഫ്രം കേരള സ്റ്റേറ്റ് ഓർഗാൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ സോട്ടോ എന്ന് പറയും. അവരതിന് അപ്രൂവലും കാര്യങ്ങളും നൽകി. ദ ഇനോഗ്രേഷൻ ഓഫ് ദ ഫെസിലിറ്റി ഹാസ് ബിൻ ഷെഡ്യൂൾഡ് ഫോർ ജൂലൈ 15 ടു കോയിൻസൈഡ് വിത്ത് വേൾഡ് പ്ലാസ്റ്റിക് സർജറി ഡേ ഒബ്സർവറൻസ്. ജൂലൈ 15 വേൾഡ് പ്ലാസ്റ്റിക് സർജറി ഡേ ഒബ്സർവറൻസ് ആണല്ലേ. അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. യൂണിയൻ മിനിസ്റ്റർ CR പാട്ടീൽ ലോഞ്ചസ് സീ ഫ്ലഡ് ഇന്ത്യസ് ഫസ്റ്റ് യൂണിഫൈഡ് ഫ്ലഡ് ഫോർകാസ്റ്റിംഗ് പ്ലാറ്റ്ഫോം. ഇതും പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. ഇതിൽ ആദ്യത്തെ യൂണിഫൈഡ് ഫ്ലഡ് ഫോർകാസ്റ്റിംഗ് പ്ലാറ്റ്ഫോം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് സീ ഫ്ലഡ് ആണ്. പരീക്ഷയ്ക്ക് ഓൾറെഡി വന്ന ചോദ്യമാണ്. ജൽ ശക്തി മിനിസ്റ്റർ CR പാട്ടീൽ ഇനോഗ്രേറ്റ് എ യൂണിഫൈഡ് ഇൻറ്റുവേഷൻ ഫോർകാസ്റ്റിംഗ് സിസ്റ്റം സീ ഫ്ലഡ്. ആ പേര് പഠിച്ചു വെക്കണം. സീ ഫ്ലഡ് ആണ്. This is a web-based platform that provides a 2-day advance forecast up to village level. Village level വരെ എന്താണ് 2-day advance forecast കാര്യങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് ഇത് സാധിക്കും. ഡെവലപ്പ് ചെയ്തത് സെൻട്രൽ വാട്ടർ കമ്മീഷൻ, സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ്, അതുപോലെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ ഒക്കെ ചേർന്നുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തത്. ഹിമാചൽ ബിക്കം ഫസ്റ്റ് സ്റ്റേറ്റ് ടു യൂസ് ഫേസ് ID ഫോർ റേഷൻ ഉപഭോക്താക്കളുമായിട്ട് ബന്ധപ്പെട്ട ഫേസ് ID ഉപയോഗിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമായിട്ട് ആര് മാറിയിട്ടുണ്ട്? ഹിമാചൽ പ്രദേശ് മാറി അല്ലേ. ഹിമാചൽ പ്രദേശ് ഹാസ് ബിക്കം ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഇംപ്ലിമെന്റ് ആധാർ ബേസ്ഡ് ഫേസ് ഓതന്റിക്കേഷൻ ഫോർ റേഷൻ ഡിസ്ട്രിബ്യൂഷൻ അണ്ടർ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. നമ്മുടെ കേരളത്തിലുണ്ടോ എന്ന് വെച്ചാൽ താങ്കളുടെ വിരലടയാളം പരിശോധിക്കുന്നു പറഞ്ഞ് കേൾക്കാറില്ല. അത് മാറിയിട്ട് എന്താണ് ഫേസ് ഓത്ത് എന്ന രീതിയിൽ എന്താണ് ഫേസ് ഓതന്റിക്കേഷൻ നമ്മുടെ മുഖം ആ ഒരു സ്കാനറിൽ കാണിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ ലഭിക്കും അല്ലേ. സോ ആ ഒരു കാര്യങ്ങൾ ആദ്യമായിട്ട് കൊണ്ടുവന്നത് എവിടെയാണ്? ഈ പറയുന്ന ഹിമാചൽ പ്രദേശിലാണ്. ഇന്ത്യ മേക്സ് ഹിസ്റ്ററിക് എൻട്രി ഇൻ ടോപ്പ് 100 ഇൻ ഗ്ലോബൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ റാങ്കിങ്സ്. ഗ്ലോബൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ റാങ്കിങ്സിൽ ഇന്ത്യ ഇതുവരെ എന്താണ് 100 താഴെ അല്ലെങ്കിൽ രണ്ടും ഇന്ത്യ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇന്ത്യ റാങ്കിങ് എപ്പോൾ വരുമ്പോൾ 100ന് മുകളിലായിരിക്കും ഇന്ത്യയുടെ റാങ്കിങ്. സോ ചരിത്രത്തിൽ ആദ്യമായിട്ട് എന്താണ് 100 കുറഞ്ഞ റാങ്കിങ് ഇന്ത്യ സ്വന്തമാക്കി. India has achieved a milestone by entering top 100 global sustainable development goals ranking for the first time. 99 സ്ഥാനമാണ്. 167 രാജ്യങ്ങളും 99 സ്ഥാനമാണ്. ദിസ് മാർക്സ് എ സിഗ്നിഫിക്കന്റ് ഇംപ്രൂവ്മെന്റ് ഫ്രം പ്രീവിയസ് റാങ്ക് 109 in 2024. 2024 ഇന്ത്യ 109 സ്ഥാനത്തായിരുന്നു. ഇപ്പം 99 സ്ഥാനം, 10 സ്ഥാനങ്ങളെ മെച്ചപ്പെടുത്തി അല്ലേ. ഇന്ത്യ സ്കോർ നമ്മൾ നോക്കുകയാണെങ്കിൽ 67ആണ്. സ്കോർ റാങ്കിങ് വേറെ, സ്കോർ വേറെയാണ്. 2024 60 ആയിരുന്നു, ഇപ്പം 67. ഒന്നാം സ്ഥാനത്ത് ഫിൻലാൻഡ്, രണ്ടാം സ്ഥാനത്ത് സ്വീഡൻ, മൂന്നാം സ്ഥാനത്ത് ഡെൻമാർക്കാണ്. ടോപ്പ് 20 കൺട്രീസിൽ 19 യൂറോപ്യൻ കൺട്രീസ് ആണ്. റിപ്പോർട്ട് പബ്ലിഷ്ഡ് ബൈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻ നെറ്റ്വർക്ക് SDSN ആണ് ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്. 2015 തൊട്ടിട്ടാണ് ഈ റിപ്പോർട്ട് വരുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് 17 എണ്ണമുണ്ട്. ഇത് 2030 അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് UN ഒക്കെ ലക്ഷ്യം വെക്കുന്നത്. എൻഡിങ് പോവേർട്ടി, പ്രൊട്ടക്ടിങ് ദ എൻവയോൺമെന്റ്, എൻഷുറിംഗ് പ്രോസ്പെരിറ്റി, ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ, അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. സിൻസ് അഡോപ്ഷൻ ഓഫ് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഇന്ത്യ ഹാസ് സ്റ്റെഡിലി ഇംപ്രൂവ്ഡ് ഇറ്റ് സ്റ്റാൻഡിങ്. ഇന്ത്യ 112ാമതായിരുന്നു 2023, 121ാമത് 2022, 120ാമത് 2021. പിന്നെ എന്താണ് ഇപ്പം 2025 എത്തിയ സമയത്ത് 99ാമത് ഇന്ത്യ എത്തിയിട്ടുണ്ട്. ഓൺലി 17% SDG ടാർഗറ്റ്സ് ആർ ഓൺ ട്രാക്ക് ബി അച്ചീവ്ഡ് ഗ്ലോബലി ബൈ 2030. ഓക്കെ, 2030 ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാനുണ്ട്. ഇന്ത്യസ് ഫസ്റ്റ് ബട്ടർഫ്ലൈ സാങ്ച്വറി ഇനോഗ്രേറ്റഡ് ഇൻ കേരളാസ് ആറളം ഫോറസ്റ്റ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാങ്ച്വറി വന്ന കാര്യമാണ് അല്ലേ. എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാങ്ച്വറി വന്നത്? മറ്റെവിടെയല്ല, നമ്മുടെ കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ ആറളം ഫോറസ്റ്റ് അല്ലെങ്കിൽ ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ആദ്യത്തെ ബട്ടർഫ്ലൈ സാങ്ച്വറി വന്നിട്ടുള്ളത്. കേരള സ്റ്റേറ്റ് വൈൽഡ് ലൈഫ് ബോർഡാണ് റീനെയിം ചെയ്തിട്ടുള്ളത്. ഇതുവരെ ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നറിയപ്പെട്ട കണ്ണൂരിലുള്ള ഈ ഒരു വന്യജീവി കേന്ദ്രം ഇനി അങ്ങോട്ട് ആറളം ബട്ടർഫ്ലൈ സാങ്ച്വറി എന്നാണ് അറിയപ്പെടാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യസ് ഫസ്റ്റ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വാലി ടു ലോഞ്ച് ഇൻ അമരാവതി ബൈ ജനുവരി 2026. ഇന്ത്യയിൽ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വാലി ഇവിടെ വരാൻ വേണ്ടി പോവുകയാണ് അമരാവതിയിൽ. ഓൾറെഡി നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ ഇനീഷ്യൽ നടപടിയൊക്കെ നടന്നിട്ടുണ്ട്. അമരാവതിയിലാണല്ലേ. അമരാവതി എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ് അമരാവതി. സോ ഈ ഒരു അമരാവതിയിലാണ് ആന്ധ്രാപ്രദേശിന്റെ പ്രപ്പോസ്ഡ് ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ഡിഷൻ നമ്മളത്. സോ ആന്ധ്രാപ്രദേശിലെ അമരാവതിയിൽ 2026 ജനുവരി മാസത്തിൽ ഇന്ത്യയിൽ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വാലി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ദ ഗോൾ ഈസ് ടു മേക്ക് ഷുവർ ക്വാണ്ടം ടെക്നോളജി ഹെൽപ്സ് ദ എൻറ്റയർ സൊസൈറ്റി. എല്ലാവർക്കും എന്താണ് ഈ ഒരു ക്വാണ്ടം ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടെന്നും, അതുപോലെ നാഷണൽ ക്വാണ്ടം മിഷന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ വരുന്നത്. മെയിനായിട്ട് നമ്മുടെ രാജ്യത്തിനുള്ളിൽ
ഇത്തരം ഈ ഒരു ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുക, സെമി കണ്ടക്ടേഴ്സ് ആ ഒരു കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുക, ടെക്നോളജി വർദ്ധിപ്പിക്കുന്നത് തന്നെയാണ് ലക്ഷ്യം. PM മോദി ബിഗിൻസ് ഹിസ്റ്റോറിക് ക്രൊയേഷ്യ വിസിറ്റ്. നമ്മുടെ പ്രധാനമന്ത്രി ഇങ്ങനെ ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ കറങ്ങി കളിക്കുകയാണ്. ഒരുപാട് രാജ്യങ്ങൾ കറങ്ങിയിട്ട് അങ്ങനെ പുള്ളി കറങ്ങി കറങ്ങി എവിടെ എത്തി? ക്രൊയേഷ്യയിൽ എത്തിയിട്ടുണ്ട്. ക്രൊയേഷ്യയിൽ എത്തിയ അവിടെയുള്ള പ്രൈം മിനിസ്റ്ററോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. 3-4 MOU ഒക്കെ ഒപ്പുവെച്ചിട്ടുണ്ട്. ചില റെക്കോർഡൊക്കെ ഉണ്ട്, ചില നേട്ടങ്ങളൊക്കെ ഉണ്ട്. സോ എല്ലാം നമുക്കൊന്ന് പരിശോധിക്കാം. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി മെറ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് റിപ്പബ്ലിക് ഓഫ് ക്രൊയേഷ്യ ആൻഡ്രെ പ്ലെൻകോവിക്. ഓക്കെ, അവരുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്നു. ഈ സന്ദർശിക്കുന്ന വേളയിലുണ്ടായിരുന്ന പ്രധാനമന്ത്രിയായിരുന്നു ആൻഡ്രെ പ്ലെൻകോവിക്. ദിസ് വാസ് ദ ഫസ്റ്റ് വിസിറ്റ് ബൈ എൻ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ടു ക്രൊയേഷ്യ. ഇതാണ് നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യം അല്ലേ. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ക്രൊയേഷ്യ എന്ന് പറയുന്ന രാജ്യം സന്ദർശിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഫസ്റ്റ് വിസിറ്റ് ബൈ എൻ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ടു ക്രൊയേഷ്യ. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ചരിത്രത്തിൽ ആദ്യമായിട്ട് ക്രൊയേഷ്യ സന്ദർശിച്ചിരിക്കുകയാണ്. ഫോളോയിങ് ദ ടോക്സ് ഫോർ MOUs ഇൻ ദ ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ, സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് കൾച്ചർ ആർ ഓൺ റിന്യൂവൽ ഓഫ് എ ഹിന്ദി ഷെയർ സൈൻഡ്. ഓക്കെ, അതായത് അഗ്രികൾച്ചർ, സയൻസ് ആൻഡ് ടെക്നോളജി അതുപോലെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട 4 MOUs. ടോട്ടൽ എത്ര MOUs ആണ്? 4 MOUs. രണ്ടും റെഡ് ആയിട്ട് പ്രശ്നം ഉണ്ടെന്നേക്കും. ഓക്കെ, 4 മെമ്മോറാണ്ടം ഓഫ് സോറി അങ്ങോട്ട് പോയാൽ ഓക്കെ, 4 മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അവിടെ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അതുപോലെ തന്നെ അവിടെ ക്രൊയേഷ്യയിൽ ഒരു ഹിന്ദി ഷെയർ കാര്യങ്ങൾ കൂടെ ലോഞ്ച് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. ഹിന്ദിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അതുകൂടെ അവിടെ ഒരു പ്ലാൻ ഉണ്ട്. ഇന്ത്യയും ക്രൊയേഷ്യയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ആ, രണ്ട് രാജ്യങ്ങളുടെ ആ ഒരു നയതന്ത്ര ബന്ധമുണ്ടല്ലോ, അത് 1992 ക്രൊയേഷ്യയുടെ ഇൻഡിപെൻഡൻസിന് ശേഷം തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നോൺ യൂറോപ്യൻ നേഷൻ ടു ഡു സോ എന്ന രീതിയിലൊക്കെ ക്രൊയേഷ്യക്ക് അന്ന് പറയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഡിപ്ലോമാറ്റിക് റിലേഷൻ അങ്ങനെ 1992 ജൂലൈ മാസത്തിൽ ആരംഭിച്ചു. എംബസി 1996 ആരംഭിച്ചു. UPSC ലോഞ്ചസ് പ്രതിഭ സേതു. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിലെ നമ്മുടെ രാജ്യത്ത് UPSC എക്സാംസ് ലക്ഷ്യം വെച്ച് ഒരുപാട് കുട്ടികൾ പോകുന്നുണ്ട്. സിവിൽ സർവീസ് ഒക്കെ ലക്ഷ്യം വെച്ച് ഒരുപാട് കുട്ടികൾ പോകുന്നുണ്ട്. ആയിരക്കണക്കിന് ആയിരം അല്ല, പതിനായിരക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ, 10,000 പോരെ, ലക്ഷക്കണക്കിന് ആളുകൾ തന്നെ എന്താണ് ഈ പറയുന്ന ഓരോ വർഷവും UPSC എക്സാം എഴുതിയിട്ട് എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലൊക്കെ കയറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകൾ എഴുതി കഴിഞ്ഞാലും അവിടെ ഒഴിവുകൾ എന്ന് പറയുന്നത് എന്താണ്? 10,000 താഴെ ഒഴിവുകൾ മാത്രമേ ഉള്ളൂ അല്ലേ. സംതിങ് 3 ഡിജിറ്റ് ഒഴിവുകൾ മാത്രമേ അവിടെ ഓരോ വർഷവും വരുന്നുള്ളൂ. എന്നിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ബാക്കി മെജോറിറ്റി 99.99% ആളുകൾക്ക് അവർക്ക് ടാലന്റഡ് ആണെങ്കിൽ പോലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ ഇന്ത്യയിൽ ഓരോ വർഷവും 1000 കുട്ടികൾ, ഒരേ IQ ലെവലിൽ വരുന്ന 1000 കുട്ടികളുണ്ടെന്ന് വിചാരിക്കണം. UPSCയുമായിട്ട് ബന്ധപ്പെട്ട് 100 പേർക്കേ ജോലി കിട്ടൂ. ബാക്കി 900 പേർക്ക് എന്താണ് ജോലി കിട്ടാതെ? അത് അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല. പക്ഷേ ഈ പറയുന്ന 100ലേക്ക് എത്തിപ്പെടാൻ വേണ്ടി അവർക്ക് സാധിച്ചില്ല. ഓക്കെ, അവർക്ക് കഴിവും ടാലന്റും ഒക്കെ ഉണ്ട്. ആ കഴിവും ടാലന്റും രാജ്യത്തിന് ഉപയോഗിക്കണ്ടേ? സോ ഇങ്ങനെയുള്ള ആളുകൾ ഓൾറെഡി അവർ UPSC എന്ന് പറയുന്ന ഒരു എക്സാം കാര്യങ്ങൾ അതൊക്കെ അതിന്റെ ഇത്രയും പടി വരെ എത്തിയിട്ടുണ്ട്. റാങ്ക് 1000 അല്ലെ റാങ്ക് 500, പക്ഷേ എന്താണ് സിവിൽ സർവീസിലേക്ക് കയറാൻ വേണ്ടി പറ്റുന്നില്ല. അങ്ങനെയുള്ള ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളെ എന്താണ് അവർക്ക് ആ കരിയർ ഇല്ലാതായി പോരുത്. 5 വർഷമൊക്കെ 5 വർഷമൊക്കെ ട്രൈ ചെയ്ത് പ്രിലിംസും അല്ലെങ്കിൽ മെയിൻസും ഒക്കെ ക്ലിയർ ചെയ്തിട്ടും അവസാനം ഇന്റർവ്യൂലൊക്കെ പരാജയപ്പെട്ടു പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട് അല്ലെ, ആളുകളുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ട് പ്രതിഭ സേതു എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തു. ഇത് മുഖാന്തരം എന്താണ് ഈ ഒരു എല്ലാ സ്റ്റേജും ക്ലിയർ ചെയ്തിട്ട് UPSC എക്സാം ക്ലിയർ ചെയ്തിട്ട് ഫൈനൽ സെക്ഷനിൽ അവിടെ എന്താണ് അപ്പോയിന്റ്മെന്റും കാര്യങ്ങളും ലഭിക്കാത്ത കുട്ടികളുണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് ജോലി നൽകാൻ വേണ്ടിയിട്ടുള്ളൊരു ഇനീഷ്യേറ്റീവാണ് പ്രതിഭ സേതു. പ്രൊഫഷണൽ റിസോഴ്സ് ആൻഡ് ടാലന്റ് ഇന്റഗ്രേഷൻ ബ്രിഡ്ജ് ഫോർ ഹയറിംഗ് ആസ്പിരൻസ് എന്നാണ് ആ ഒരു പ്രതിഭ സേതുവിന് ഫുൾ ഫോം. അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വെച്ചാൽ മതി. ഇന്ത്യൻ റെയിൽവേസ് കണ്ടക്ട്സ് ട്രയൽ റൺ ഓഫ് ഏഷ്യാസ് ലോങ്സ്റ്റ് ഫ്രൈറ്റ് ട്രെയിൻ രുദ്രാസ. ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ ഫ്രൈറ്റ് ട്രെയിൻ അഥവാ ചരക്ക് ഗതാഗത ട്രെയിൻ അല്ലേ, ഏതാണ്ട് 4.5 കിലോമീറ്റർ. നിങ്ങളൊന്ന് ആലോചിക്കുക, 4.5 കിലോമീറ്റർ നീളം വരുന്ന ട്രെയിനാണ്. ഈ ട്രെയിനിൽ എന്തുമാത്രം മനുഷ്യരെ കയറ്റത്തില്ല, പിന്നെന്താണ് ചരക്ക് ഗതാഗതം. നമ്മുടെ ഇപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് ഇന്ത്യൻ റെയിൽവേ മുഖാന്തരമാണ്. റെയിൽവേ കൊണ്ടുപോകുന്നത് പോലെ മറ്റൊരു ട്രാൻസ്പോർട്ട് വിഭാഗത്തിനും അത്രയും ക്യാരി ചെയ്തിട്ട് എത്രയും വേഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റത്തില്ല. ഇപ്പം നമ്മുടെ റോഡ് മുഖാന്തരം പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാലാവസ്ഥ നമ്മളെ സ്വാധീനിക്കും, അതുപോലെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ നമ്മളെ സ്വാധീനിക്കും അല്ലെ. പക്ഷെ റെയിൽവേ മുഖാന്തരം കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും. സോ അങ്ങനെ എന്താണ് ഈ പറഞ്ഞ ഫ്രൈറ്റ് ട്രെയിനിന്റെ നീളം കൂട്ടി 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 അവസാനം 4.5 കിലോമീറ്റർ നീളം വരുന്ന ഫ്രൈറ്റ് ട്രെയിൻ ഇന്ത്യൻ റെയിൽവേ കൊണ്ടുവന്നു. ഏഷ്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി സാധിക്കും. 4.5 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം വരുന്നത്. അതിന്റെ ട്രയൽ റണ്ണ്
ജാർഖണ്ഡിനും ഉത്തർപ്രദേശിനും ഇടയിലാണ്. അത് ഉത്തർപ്രദേശിലെ ചണ്ടോളി നിന്നും, അതായത് ചണ്ടോളിയിലെ ഗഞ്ച്ക്വാജ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഉത്തർപ്രദേശിലെ ഗഞ്ച്ക്വാജ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ജാർഖണ്ഡിലെ ഗർവ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് 250 കിലോമീറ്റർ വെറും 5 മണിക്കൂറും 10 മിനിറ്റും കൊണ്ട് ഓടിയെത്തി. ആവറേജ് ഒരു 40 കിലോമീറ്റർ പെർ അവർ സ്പീഡ് കിട്ടുന്നുണ്ടല്ലേ. ഓക്കെ, സോ ആ രീതിയിൽ ഓടിയെത്തിയിട്ടുണ്ട്. രുദ്രാസ് ഏഷ്യയിലെ തന്നെ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ഫ്രൈറ്റ് ട്രെയിൻ ആണെന്ന് ഓർത്തു വയ്ക്കണം. Himalayan Kingfisher unveiled as mascot for Khelo India Water Sports Festival 2025 at ശ്രീനഗർ. ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഗെയിംസ് അല്ലെ 2025 അതിന്റെ ഫസ്റ്റ് എഡിഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. സോ അതിന്റെ മസ്കോട്ടായിട്ട് വന്നത് ഹിമാലയൻ കിങ് ഫിഷർ എന്തായിരുന്നു? മീൻകൊത്തിയാണല്ലേ. സോ അതിനെയാണ് അതിന്റെ മസ്കോട്ടായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. 2025 ഓഗസ്റ്റ് മാസത്തിലൊക്കെയാണ് ഇത് നടന്നിട്ടുണ്ടായിരുന്നത്. ലോഗോ and the mascot of first ever Khelo India Water Sports Festival were unveiled in Srinagar. Today എന്നൊന്നും വേണ്ട, ശ്രീനഗറിൽ അത് അൺവെയിൽ ചെയ്യപ്പെട്ടെന്ന് ഓർത്ത് വെച്ചാൽ മതി. The Himalayan Kingfisher will be the mascot for the games, while logo captures the essence of Kashmir, featuring shikara gliding on Dal Lake, framed by snow-capped mountain and pine trees. ഞാനിത് പറയുന്നതിനേക്കാൾ കാണിച്ചു തരാം. ദേ ഇവിടെ കണ്ടോ എന്താ പറഞ്ഞത്? കശ്മീരിന്റെ ഒരു എസൻസ് ആണ് കാണിക്കുന്നത്. ഷിക്കാര ഗ്ലൈഡിംഗ് ഓൺ ഡാൽ ലേക്ക്. ഇത് ഡാൽ ലേക്ക്, ഇതിലൂടെ ഒഴുകുന്ന ഒരു ശിക്കാരിയാണ്. ഫ്രെയിംഡ് ബൈ സ്നോ ക്യാപ്ഡ് മൗണ്ടൻസ് ആൻഡ് പൈൻ ട്രീസ്. ഇവിടെ സ്നോ ക്യാപ്ഡ് മൗണ്ടൻസും പൈൻ ട്രീസും ഉണ്ട്. ഇതാണ് അതിന്റെ എന്താണ് ലോഗോ വരുന്നത്. മസ്കോട്ട് നമ്മൾ പറഞ്ഞു ഹിമാലയൻ കിങ് ഫിഷർ ആണെന്ന് പറഞ്ഞു അല്ലേ. ദ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവൽ അല്ലെ ഗെയിംസ് വിൽ ബി ഹോസ്റ്റഡ് ബൈ ജമ്മു ആൻഡ് കാശ്മീർ സ്പോർട്സ് കൗൺസിൽ ഇൻ കൊളാബറേഷൻ വിത്ത് ദ യൂണിയൻ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ്. അതും കൂടെ ഒന്ന് പഠിച്ചു വെക്കാം. ISRO gearing up for next year's collaboration with the Bluebird communication satellite launch. ISRO എന്താണ്? US-ഉമായിട്ട് ഒരു കൊളാബറേഷനിലേക്ക് വന്നിരിക്കുകയാണ് അല്ലെ. ഒരു സാറ്റലൈറ്റിന്റെ ലോഞ്ചുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ബ്ലൂബേർഡ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്. ദ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഹോപ്പിംഗ് ടു ലോഞ്ച് ദ ബ്ലോക്ക് 2 ബ്ലൂബേർഡ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഡെവലപ്ഡ് ബൈ ആരാണ്? US ബേസ്ഡ് AST സ്പേസ് മൊബൈലാണിത് ഡെവലപ്പ് ചെയ്തത്. ദിസ് ഇന്തോ US collaboration follows on the heels of NASA ISRO synthetic aperture radar. നിസാർ ഉണ്ടല്ലോ നമ്മൾ, അതിന്റെ ഭാഗമായിട്ടാണ് which ISRO successfully launched on July 30 using geosynchronous സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ഇതൊക്കെ ഓൾറെഡി കഴിഞ്ഞുള്ള കാര്യമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ബ്ലൂബേർഡ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റിന് ലോഞ്ചും കാര്യങ്ങളും വന്നത്. സതീഷ് ധവൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ലോഞ്ച് വന്നിട്ടുണ്ടായിരുന്നത്. ഉപയോഗിച്ച റോക്കറ്റ് എന്ന് പറയുന്നത് LVM-3, അതിന് മുൻപ് GSLV MK-3 എന്നായിരുന്നു അറിയപ്പെട്ടത്. ഉത്തരാഖണ്ഡ്സ് ധരാലി വില്ലേജ് വൈപ്ഡ് ഔട്ട് ബൈ ഫ്ലാഷ് ഫ്ലഡ്. അതിശക്തമായിട്ടുണ്ടായിരുന്ന വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഒരു ഗ്രാമം തന്നെ ഉത്തരാഖണ്ഡിലും ഒലിച്ചുപോയി, അല്ലെങ്കിൽ ഇല്ലാതായി മാറിയിട്ടുണ്ട് അല്ലേ. അതാണ് ധരാലി വില്ലേജ്. ഉത്തരാഖണ്ഡിന്റെ ധരാലി വില്ലേജ് കംപ്ലീറ്റ് ആയിട്ട് വൈപ്ഡ് ഔട്ട് ആയി പോയിട്ടുണ്ട്. എ ഡെവാസ്റ്റേറ്റിംഗ് ഫ്ലാഷ് ഫ്ലഡ് ട്രിഗേർഡ് ബൈ എ ക്ലൗഡ് ബേസ്റ്റ് in upper catchment area of Heer Ganga River wreaked havoc in ധരാളി വില്ലേജ് ഓഫ് ഉത്തരകാശി ഡിസ്ട്രിക്ട്, ഉത്തരാഖണ്ഡിലാണ് ഈ ഒരു സംഭവം. ഇത് നമ്മൾ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് ഒരു ഗ്രാമം തന്നെ മൊത്തത്തിൽ ഒലിച്ചുപോയ ഒരു കാര്യങ്ങൾ 2025 ഓഗസ്റ്റ് മാസത്തിലായിരുന്നു ഉത്തരാഖണ്ഡിൽ ആ ഒരു ഫ്ലഡ് ഒക്കെ ഉണ്ടായത്. ഓക്കെ, അതൊന്ന് പഠിച്ചു വെക്കണം. ആക്സിസ് ബാങ്ക് ലോഞ്ചസ് ലോക്ക് FD ഫീച്ചർ ടു കോമ്പാറ്റ് ഡിജിറ്റൽ ഫ്രോഡ്. റീസെന്റ് ആയിട്ട് ലോക്ക് FD എന്ന് പറയുന്ന ഫീച്ചർ ലോഞ്ച് ചെയ്ത ബാങ്ക് ഏതാന്ന് ചോദിക്കാം. എന്നിട്ട് ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ എന്നൊക്കെ തരാം. ആക്സിസ് ബാങ്ക് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം. എന്താ ലോക്ക് FD എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ സ്കാംസ് ഉണ്ട് അല്ലേ. പലതും KYC കംപ്ലീറ്റ് ആക്കുന്നൊക്കെ പറഞ്ഞ് ലിങ്ക് അയച്ചുകൊണ്ട് നമ്മുടെ അക്കൗണ്ടിലുള്ള സേവിങ്സും FDയും എല്ലാം അവർ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. നമ്മൾ പലരും FD ഒക്കെ ആയിട്ട് വലിയൊരു എമൗണ്ട് 5-10 ലക്ഷമൊക്കെ മിനിമം കൊണ്ടുപോയിട്ട് FD ഒക്കെ ആയിട്ട് ഇടാറുണ്ട് ആളുകൾ. സോ ആ ഒരു പൈസ ബാങ്കിൽ ഇട്ടാൽ ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റും കിട്ടും, ആ ഒരു പൈസ അവിടെ സേഫുമായിരിക്കും എന്ന ധൈര്യത്തിലാണ് ആളുകൾ ഇടാറുള്ളത്. സോ ഈ FD നമുക്ക് പലപ്പോഴും ഡിജിറ്റലി ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ഈ ഒരു FD ബ്രേക്ക് ചെയ്യാനും FD നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ പറ്റും. ആ ഒരു ഫെസിലിറ്റി ഇപ്പം ഡിജിറ്റൽ യുഗമാണല്ലോ, ആ ഒരു ഫെസിലിറ്റി നമ്മുടെ ബാങ്കുകൾ, ഒരുവിധം ബാങ്കുകളൊക്കെ നൽകുന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ടുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എടുക്കുന്നത് പോലെ തന്നെ നമ്മൾ എന്താണ് ആൾമാറാട്ടം ചെയ്തുകൊണ്ട് മറ്റൊരു വ്യക്തിക്കും ഇതേ പരിപാടി ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് ഒരു രീതിയിലും തടയാൻ വേണ്ടി പറ്റുന്നില്ലെന്ന് മനസ്സിലായിട്ട് ആക്സിസ് ബാങ്ക് എന്ത് ചെയ്തു, ഈ ലോക്ക് FDയുമായിട്ട് ബന്ധപ്പെട്ട്, ഈ ഒരു ഫീച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ലോക്ക് FD എന്ന രീതിയിൽ ഒരു ഇനീഷ്യേറ്റീവ് കൊണ്ടുവന്നു. അതിലെന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളാണ് ബാങ്കിൽ FD ഇട്ടെങ്കിൽ നിങ്ങൾ ഫിസിക്കലി ബാങ്കിൽ അറ്റൻഡ് ആയിട്ട് ബാങ്ക് പോയിട്ട് നിങ്ങൾ നേരിട്ട് പോയിട്ട് പറഞ്ഞാൽ മാത്രമേ ആ ഒരു FD ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു രീതിയിലും ഓൺലൈനിൽ നമ്മളത് പൊട്ടിക്കാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ നമുക്കും പറ്റത്തില്ല, അല്ല സ്കാമേഴ്സിനും പറ്റത്തില്ല. അതാണ് ലോക്ക് FD ഫീച്ചർ. ഇതാണ് റീസെന്റ് ആയിട്ട് ആര് അനൗൺസ് ചെയ്തത്? ആക്സിസ് ബാങ്ക്. ക്ലിയർ ആണല്ലോ ഇവിടെ പറഞ്ഞ കാര്യമൊക്കെ. ഞാൻ ജസ്റ്റ്
ഓടിച്ചു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ബിൽസ് ഗൗരി ഫെസ്റ്റിവൽ രാജസ്ഥാനിലെ മേവാർ ഡിസ്ട്രിക്റ്റിൽ നടക്കുന്ന വളരെ ഫേമസ് ആയുള്ള ഫെസ്റ്റിവലാണ് ബിൽസ ഗൗരി ഫെസ്റ്റിവൽ. 40 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു റിച്വൽ ഫെസ്റ്റിവൽ ആണ്. ഈ പറയുന്ന ഗർഭി മെയിനായിട്ട് പെർഫോം ചെയ്യുന്നത് ഫുൾ മൂണിന് ശേഷം, ആഫ്റ്റർ ദ ഫുൾ മൂൺ നൈറ്റ് ഓഫ് രക്ഷാബന്ധന് ഓഗസ്റ്റ് മാസത്തിൽ രക്ഷാബന്ധന് ശേഷം വരുന്ന ഫുൾ മൂൺ നൈറ്റിലാണ് ഇത് മെയിനായിട്ട് പെർഫോം ചെയ്യുന്നത്. ഇതിൽ അവർ മെയിനായിട്ട് കളിക്കുന്ന ഡ്രാമാസ്, ചില ഡ്രാമാസ് ഒക്കെ അവർ കളിക്കും. അതിന് നമ്മൾ ബാഡ്ലിയ ഹിന്ദുവ എന്ന പേരിലൊക്കെ വിളിക്കാറുണ്ട്. സോ ബിൽസ് ഗൗരി ഫെസ്റ്റിവൽ ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മേവാറാണ്, രാജസ്ഥാനിലെ മേവാറാണ്. 40 ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവലാണ്. ഇത് എപ്പോൾ പെർഫോം ചെയ്യുന്നു? ആഫ്റ്റർ ദ ഫുൾ മൂൺ നൈറ്റ് ഓഫ് രക്ഷാബന്ധൻ, ഓഗസ്റ്റ് മാസത്തിലാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫേമസ് ഉള്ള ഡാൻസ് ഉണ്ടല്ലോ, അതാണ്, സോറി ഡാൻസ് അല്ല, ഡ്രാമയുണ്ടല്ലോ, ബാഡ്ലിയ ഹിന്ദുവയാണ് അല്ലേ. മെയിനായിട്ട് ഗോഡസ് പാർവതി കാധരവ് എന്ന രീതിയിലാണ് ഈ ഒരു കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. ഇന്ത്യസ് ഫസ്റ്റ് പോർട്ട് ബേസ്ഡ് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ്. ഇന്ത്യയിൽ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. പക്ഷെ ഒരു പോർട്ട് ബേസ് ചെയ്തിട്ട്, ഒരു തുറമുഖത്തെ ബേസ് ചെയ്തിട്ടൊരു ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. അത് ദീൻ ദയാൽ പോർട്ട് അതോറിറ്റിയാണ് കമ്മീഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദീൻ ദയാൽ പോർട്ട് അതോറിറ്റി കമ്മീഷൻ ഇന്ത്യസ് ഫസ്റ്റ് മേക്ക് ഇൻ ഇന്ത്യ 1 മെഗാവാട്ട് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് അറ്റ് കാണ്ട്ല പോർട്ട്, ഗുജറാത്തിൽ കാണ്ട്ല പോർട്ടിലാണ് ഈ ഒരു ടെക്നോളജി ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നത്. ദീൻ ദയാൽ പോർട്ട് അതോറിറ്റിയാണത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. 1 മെഗാവാട്ട് ആണ്. ദിസ് ഇസ് ദ ഫസ്റ്റ് ഗ്രീൻ ഹൈഡ്രജൻ പ്രൊജക്ട് അറ്റ് എനി ഇന്ത്യൻ പോർട്ട് ആൻഡ് പാർട്ട് പ്ലാൻ 10 മെഗാവാട്ട് ഫെസിലിറ്റി. നമ്മൾ അപ്കമിംഗ് ആയിട്ട് 10 മെഗാവാട്ട് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് ഡെവലപ്പ് ചെയ്യാനുള്ള പദ്ധതിയാണ്. അതിലേക്കാണ് ഈ ഒരു 1 മെഗാവാട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ദിവ്യ ദേശ്മുഖ് വിൻസ് ഫിഡെ വുമൺസ് ചെസ് വേൾഡ് കപ്പ് 2025. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ വനിത എന്താണ് ഫിഡെ വുമൺസ് ചെസ് വേൾഡ് ചാമ്പ്യനായിട്ട് മാറി അല്ലേ. ഇതിന്റെ ഫൈനലിൽ നമുക്ക് എന്തായാലും ഉറപ്പായിരുന്നു ഇതിലൊരു ഇന്ത്യക്കാര് വിജയിക്കുമെന്ന് ഉറപ്പായിരുന്നു. കാരണം ഫൈനൽ കളിച്ചത് ദിവ്യ ദേശ്മുഖും ഉനേരു ഹംപിയുമാണ്. സോ തീർച്ചയായിട്ടും 2 ഇന്ത്യക്കാർ ഫൈനൽ കളിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ ചാമ്പ്യൻസ് ആവും നമുക്ക് ഉറപ്പാണല്ലേ. സോ ദിവ്യ ദേശ്മുഖ് എന്താണ് ഫൈനലിൽ ഇതിൽ വിജയിക്കുകയും ചെയ്തു. ഇന്ത്യസ് ദിവ്യ ദേശ്മുഖ് സ്ക്രിപ്റ്റഡ് ഹിസ്റ്ററി ഓൺ July 28, 2025 by defeating veteran Koneru Hambi in the tie breaks to win the FIDE Women's Chess World Cup held in Georgia. ജോർജിയയിൽ വെച്ച് നടന്ന സമയത്ത് ആ ഒരു ഇവന്റിൽ നമ്മുടെ ദിവ്യ ദേശ്മുഖ് വിജയിച്ചു. ദിവ്യ നോട്ട് ഓൺലി ക്ലിഞ്ചർ വൺ ഓഫ് ദ മോസ്റ്റ് പ്രസ്റ്റീജിയസ് ടൈറ്റിൽ ഇൻ വുമൻസ് ചെസ് ബട്ട് ഓൾസോ ബിക്കം ഇന്ത്യസ് ഫോർത്ത് ഫീമെയിൽ ഗ്രാൻഡ് മാസ്റ്റർ. ഇന്ത്യയുടെ 4ാമത്തെ ഫീമെയിൽ ഗ്രാൻഡ് മാസ്റ്റർ കൂടിയായിരുന്നു ദിവ്യ. കൊനേരു ഹംപിയാണ് ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ വുമൺ ഗ്രാൻഡ് മാസ്റ്റർ എന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഷി ഓൾസോ ബിക്കം ഫസ്റ്റ് ഇന്ത്യൻ ടു എൻ്റർ ഫൈനൽ ഓഫ് ഫിഡെ വുമൺസ് വേൾഡ് കപ്പ്. ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്, ഞാനത് പറഞ്ഞുതരാം. പരീക്ഷയ്ക്ക് ഒരു തവണ ചോദിച്ചു ഫിഡെ വുമൺസ് വേൾഡ് കപ്പ് ചെസ്സിന്റെ സെമി ഫൈനൽ എൻ്റർ ചെയ്ത ആദ്യ ഇന്ത്യക്കാരി ആരാണെന്ന് ചോദിച്ചു. എന്നിട്ട് ഓപ്ഷൻ എയിൽ ദിവ്യ ദേശ്മുഖ് തന്നു. അത് തെറ്റാണ്, ദിവ്യ ദേശ്മുഖ് അല്ല. സെമി ഫൈനലിൽ എൻ്റർ ചെയ്ത ആദ്യ ഇന്ത്യക്കാരി ആരാണ്? കൊനേരു ഹംപിയാണ്. സെമി ഫൈനലാണ്, ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. സെമി ഫൈനലിൽ എൻട്രി ചെയ്ത ആദ്യ ഇന്ത്യക്കാരി കൊനേരുവാണ്. ഇനി ഫൈനലിൽ എൻട്രി ചെയ്ത ആദ്യ ഇന്ത്യക്കാരി ദിവ്യയാണ്. വിജയിച്ച ആദ്യ ഇന്ത്യക്കാരി ദിവ്യയാണ്. ഓക്കെ, അങ്ങനെ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇംഗ്ലണ്ട് വുമൺ വോൺ യൂറോ 2025. 2025 യൂറോ കപ്പ് ടൂർണമെന്റ് ആര് വിജയിച്ചു? ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം വിജയിച്ചു അല്ലെ. സ്വിറ്റ്സർലാൻഡിലെ ബേസലിൽ വെച്ചിട്ടാണ് ഈ ഒരു ടൂർണമെന്റ് നടന്നിട്ടുണ്ടായിരുന്നത്. ഫൈനലിൽ സ്പെയിനെ പരാജയപ്പെടുത്തി, പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ സ്പെയിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇംഗ്ലണ്ട് വനിതകൾ ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത്. ചൈനസ് കൺസ്ട്രക്ഷൻ ഓഫ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ഡാം ഓൺ ബ്രഹ്മപുത്ര. ലോകത്തിലെ ഏറ്റവും വലിയ ഡാം ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയായിട്ട് ചൈന നിർമ്മിക്കാനുള്ള പദ്ധതിയാണ്. ഇന്ത്യ ഇത് സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ഇന്ത്യയും ചൈനയുമായിട്ട് എല്ലാ കാലത്തും അത്ര നല്ല ബന്ധമൊന്നുമല്ല ഉള്ളത്. സോ ഇന്ത്യയുടെ അതിർത്തിക്കടുത്ത് ബ്രഹ്മപുത്ര റിവർ, ഇന്ത്യക്ക് കൂടെ ഭാഗമുള്ള റിവറാണ് ബ്രഹ്മപുത്ര നദിയുടെ തീരത്ത്, അരുണാചൽ പ്രദേശിന്റെ ഒക്കെ ഭാഗമാണ്. സോ ആ ഒരു പ്രദേശത്ത് അവർ ലോകത്തിലെ ഏറ്റവും വലിയൊരു ഡാം നിർമ്മിക്കുന്നു എന്ന് പറയുമ്പോൾ 2 രീതിയിൽ നമുക്ക് ചിന്തിക്കാം. ഒന്ന്, ചൈന അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അവരുടെ എനർജി പ്രൊഡക്ഷനൊക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണെന്ന് വിചാരിക്കാം. പക്ഷെ അവിടെ റിസ്ക് എലമെന്റ് കൂടിയുണ്ട്. ഈ ഒരു ഇത്രയും വലിയൊരു ഡാം അവിടെ വരുന്ന സമയത്ത് ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ഒരു യുദ്ധം വന്നു എന്ന് വിചാരിക്കണം. ചൈന അവരുടെ വിജയത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ഡാം തുറന്നു വിട്ടിട്ട് നമ്മുടെ രാജ്യത്തിന്റെ 2-3 സ്റ്റേറ്റ്സിന് എന്താണ് വെള്ളത്തിനടിയിലാക്കിയാലും നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ ഒരു സീരിയസ് ത്രെട്ട് കൂടെ അവിടെ വരുന്നല്ലേ. ഇവനെന്തോ ചൈന ആ ഒരു കാര്യം കൺസ്ട്രക്ഷൻ ഒക്കെ അവിടെ നടത്താൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. 3 ജോർജ് ഡാംസ് ഉണ്ടല്ലോ, അതാണ് കറന്റ് ലോകത്തിലെ ഏറ്റവും വലിയ ഡാമായിട്ട് നമ്മൾ പറയുന്നത്. അതിന് 3 ടൈംസ് കറന്റ് ലോകത്തുള്ള ഏറ്റവും വലിയ ഡാമിന്റെ 3 മടങ്ങ് വലിപ്പം ഇതിന് വരുന്നുണ്ട്. ഓക്കെ, ഇതിനെ വാട്ടർ ബോംബ് എന്ന രീതിയിലൊക്കെയാണ്
നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ആ രീതിയിലും അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ചൈന ബിൽഡിംഗ് 60,000 മെഗാവാട്ട് ഹൈഡ്രോ പവർ പ്രൊജക്ട് ആണ് യാർലുങ് സാങ്പോ റിവർ. ബ്രഹ്മപുത്ര റിവർ തന്നെയാണ്. അത് വിവിധ പ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേരാണ്. അരുണാചൽ പ്രദേശിന്റെ ഭാഗത്തായിട്ടാണ്. 5 ഡാം ഒന്നിച്ചു വെച്ച് എങ്ങനെയുണ്ടാവും അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. 2021 അനൗൺസ് ചെയ്തതാണ്. ഇന്ത്യ അതിനിടയിൽ തന്നെ ഓൾറെഡി ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2030 നിർമ്മാണം കംപ്ലീറ്റ് ആവുമെന്നും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. റെപ്ലിക് ഓഫ് അശോക പില്ലർ അൺവെയിൽഡ് വാസ്കോദ്വ ശ്രീലങ്ക. ശ്രീലങ്കയിൽ വാസ്കോദ്വയിൽ എന്താണ് അശോക പില്ലറിന്റെ ഒരു റെപ്ലിക്ക വന്നിട്ടുണ്ട് അല്ലേ. ബുദ്ധമത വിശ്വാസം ശ്രീലങ്കയിലേക്ക് കൂടെ സ്പ്രെഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അശോക ചക്രവർത്തിക്കും നിർണായക പങ്കുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇന്ത്യയിൽ ഉള്ളതുപോലെ ഒരു അശോക പില്ലർ എന്താണ് അവരിപ്പം കറന്റ് ശ്രീലങ്കയിൽ നിർമ്മിച്ചത്. ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെയൊക്കെ ശ്രീലങ്കയിൽ ഉണ്ട്. അതിനിടയിൽ കൂടെ ഇതുകൂടെ വന്നു എന്നേ ഉള്ളൂ. On 21st July 2025, a replica of the Ashoka pillar was unveiled at Vaskadua Sri Subhadi Vihara in Sri Lanka. വന്നു എന്ന് പഠിച്ചു വെച്ചാൽ മതി. The pillar honors Emperor Ashoka for introducing Buddhism to Sri Lanka. ശ്രീലങ്കയിലെ ബുദ്ധിസം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? അശോക ചക്രവർത്തിയാണ് അല്ലേ. അദ്ദേഹത്തിന്റെ പുത്രന്മാരായുള്ള അർഹാത്ത് മഹീത, അതുപോലെ തന്നെ അർഹാത്ത് സംഘമിത്ത, ഇവരൊക്കെ ചേർന്നിട്ടാണ് ശ്രീലങ്കയിലെ ബുദ്ധിസം സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. PM മോദി ബ്രേക്സ് ഇന്ദിരാഗാന്ധിസ് റെക്കോർഡ് ആസ് ഇന്ത്യ സെക്കൻഡ് ലോങ്സ്റ്റ് സർവിംഗ് പ്രൈം മിനിസ്റ്റർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രിമാരിൽ 2ാം സ്ഥാനത്തേക്ക് ആരെത്തി? നരേന്ദ്രമോദി എത്തി അല്ലേ. ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡ് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്. നിസ്സംശയം പറയാം. ആ 3 ടെന്യൂറിൽ 15ലധികം വർഷങ്ങൾ അദ്ദേഹം ഭരിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞ 16 വർഷവും 286 ദിവസം ജവഹർലാൽ നെഹ്റു ഭരിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദി ആ ഒരു സമയത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതും കഴിഞ്ഞിട്ട് പിന്നെ ഒരു വർഷം അടുത്തൊക്കെ ആവുന്നുണ്ട്. അപ്പം ആ സമയത്ത് ഒരുപാട് മാറ്റങ്ങളൊക്കെ വരും. എന്തോ ഇപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. ഇനിയും 2014 ആരംഭിച്ചു. അപ്പം 2024 25 11 വർഷം 26 ഒരു ടെന്യൂർ കൂടെ വേണം. അല്ലെങ്കിൽ ഒരു ടെന്യൂർ കംപ്ലീറ്റ് ആക്കി അടുത്ത കൂടെ അധികാരം കിട്ടുകയാണെങ്കിൽ മാത്രമേ ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡ് തകർക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ കറന്റ് 2ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ ടെന്യൂർ അവസാനിപ്പിച്ചിട്ടുണ്ട്. അല്ല, ടെന്യൂർ അവസാനിപ്പിച്ചൊന്നല്ല, ടെന്യൂർ മറികടന്നിട്ടുണ്ട്. Prime Minister Narendra Modi marked a milestone in country's political history, becoming the second longest serving Prime Minister of India. 4078 ദിവസം ഇൻ കോൺസിക്യൂട്ടീവ് ടേം, അതാണ് അവിടെ ഹൈലൈറ്റ്. തുടർച്ചയായിട്ടാണ് 4078 ദിവസം ഇദ്ദേഹം ഭരിച്ചത്. ഇന്ദിരാഗാന്ധി ആണെങ്കിൽ 4077 ദിവസമാണ് ഭരിച്ചിട്ടുണ്ടായിരുന്നത്. നരേന്ദ്രമോദി took oath as Prime Minister for the first time May 26, 2014. Has served 11 year 60 days in office till date. അത് ടിൽ ഡേറ്റ് അല്ല, ഇപ്പം പറയുമ്പോൾ 12 ഇയേഴ്സ് ഒക്കെ ആയിട്ടുണ്ട്. ഓക്കെ, ദ ഏഴ്സ്വൈൽ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി ഹാഡ് സെർവ്ഡ് 11 ഇയർ 59 ഡേയ്സ് ഇൻ ഓഫീസ് കോൺസിക്യൂട്ടീവ് ടൈം. തുടർച്ചയായിട്ട് 11 വർഷം 59 ദിവസമാണ് ഇന്ദിരാഗാന്ധി അധികാരത്തിൽ ഉണ്ടായിരുന്നത്. ഷീ ഹെൽഡ് ഹയസ്റ്റ് ഓഫീസ് ഓഫ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. 1966 77 വരെയുള്ള 11 വർഷം തുടർച്ചയായിട്ട് ഇന്ദിരാഗാന്ധി അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം 78 പിന്നെ മൊറാർജി സർക്കാർ വന്നിട്ട് അവിടെ അധികാരവും കാര്യങ്ങളൊക്കെ നഷ്ടമാവുന്നത്. ഓക്കെ, ഇന്ത്യസ് ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു ഹോൾഡ് ദ റെക്കോർഡ് ഓഫ് ലോങ്സ്റ്റ് സർവിംഗ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഇൻ കോൺസിക്യൂട്ടീവ് ടേംസ്. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിൽ തുടർച്ചയായിട്ട് ഭരിച്ച പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്. 16 വർഷവും 286 ദിവസവുമാണ് അദ്ദേഹം ഭരിച്ചത്. PM മോദി ഇസ് എ ഫസ്റ്റ് ആൻഡ് ഓൺലി പ്രൈം മിനിസ്റ്റർ ബോൺ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. നമ്മുടെ ഇന്ത്യയിൽ ഈ റെക്കോർഡൊന്നും എന്തായാലും മാറാൻ വേണ്ടി പോകുന്നില്ല. അതായത് ഓൺലി ചിലപ്പോൾ മാറും, പക്ഷെ ഫസ്റ്റ് മാറില്ല. അതായത് ഇന്ത്യയിൽ പ്രധാനമന്ത്രിയാവുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ജനനം സ്വാതന്ത്ര്യത്തിന് ശേഷം 1947 ശേഷമാണ്. അങ്ങനെ പറയുന്ന ആദ്യത്തെ വ്യക്തി ആരാണ്? മോദിയാണ്. ഇനി പുതിയൊരാൾ വന്നാലും ഒരു 1980 ജനിച്ച ഒരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാൽ അവിടെ ഈ പറയുന്ന റെക്കോർഡിന് എന്താണ് ഫസ്റ്റ് എന്ന് പറയുന്ന റെക്കോർഡ് മാറ്റം ഉണ്ടാവില്ല. പക്ഷെ ഓൺലി പ്രൈം മിനിസ്റ്റർ മാറിയിട്ട് അദ്ദേഹത്തിന്റെ പേര് കൂടെ വരും. പിന്നെ ദ ലോങ്സ്റ്റ് സർവിംഗ് നോൺ കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ. മുൻപ് അടൽ ബിഹാരി വാജ്പേയി ഒക്കെ ഭരിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും കാലം ടെന്യൂർ ഭരിക്കാൻ വേണ്ടി പറ്റില്ല. സോ ലോങ്സ്റ്റ് സർവിംഗ് നോൺ കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ ആണ്. ആൻഡ് ലോങ്സ്റ്റ് സർവിംഗ് പ്രൈം മിനിസ്റ്റർ ഫ്രം എ നോൺ ഹിന്ദി സ്പീക്കിംഗ് സ്റ്റേറ്റ്. ഗുജറാത്ത് ആണ് അല്ലേ. സാധാരണയായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ നഗരം എന്നൊക്കെ പറയുന്ന UP ഒക്കെയാണ്, ഹിന്ദി സ്പീക്കിംഗ് സ്റ്റേറ്റ് ആണ്. സോ അതല്ലാതെ ഒരു നോൺ ഹിന്ദി സ്പീക്കിംഗ് സ്റ്റേറ്റ് എന്ന് ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി വരുന്നത്. ഈസ് ഓൾസോ ദ ഫസ്റ്റ് ആൻഡ് ഓൺലി നോൺ കോൺഗ്രസ് ലീഡർ ടു ഹാവ് കംപ്ലീറ്റഡ് 2 ഫുൾ ടേംസ്. 2 ഫുൾ ടെന്യൂർ കംപ്ലീറ്റ് ചെയ്യുന്ന ആദ്യത്തെ നോൺ കോൺഗ്രസ് ഗവൺമെന്റും അതുപോലെ പ്രൈം മിനിസ്റ്ററുമാണ്. മെജോറിറ്റി ഓൺ ഹിസ് ഓൺ ലോക്സഭ. Additionally, he is the first sitting prime minister since Indira Gandhi in 1971 to return to power with a full majority. ഫുൾ മെജോറിറ്റിയോടെ അധികാരത്തിലേക്ക് 1971 ഇന്ദിരാഗാന്ധി തിരിച്ചു വന്നതിന് ശേഷം മറ്റൊരു പ്രധാനമന്ത്രിക്കും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫുൾ മെജോറിറ്റിയോട് കൂടിയാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, മൻമോഹൻ സിംഗ് ഉണ്ടായിരുന്നില്ല, വീണ്ടും വന്നതല്ലേ. പക്ഷെ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഫുൾ
പവർ വിത്ത് ഫുൾ മെജോറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നരേന്ദ്രമോദി is the only prime minister apart from Jawaharlal Nehru to win 3 consecutive election as leader of political party in India. തുടർച്ചയായിട്ട് 3 ഇലക്ഷൻസ് വിജയിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ ഇദ്ദേഹം മറ്റൊരു സംസ്ഥാനത്തിന് മുഖ്യമന്ത്രിയായിരുന്നു. തുടർച്ചയായിട്ട് 6 തവണ എന്താണ് 2002, 2007, 2012 അപ്പോഴൊക്കെ ഗുജറാത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരുന്നു. ഇന്ത്യ സിംഗപ്പൂർ ജോയിന്റ് മിലിറ്ററി എക്സൈസ് ബോൾഡ് കുരുക്ഷേത്ര 2025 മലയാളമാണ്. ഓക്കെ, 2025 ബോൾഡ് കുരുക്ഷേത്രം അതിന്റെ 14ാമത്തെ എഡിഷനാണ്. ഇന്ത്യയും സിംഗപ്പൂരുമായിട്ടുള്ള ജോയിന്റ് മിലിറ്ററി എക്സൈസ് ആണ് ബോൾഡ് കുരുക്ഷേത്രം. അതിന്റെ 14th എഡിഷൻ റീസെന്റ് ആയിട്ട് രാജസ്ഥാനിലെ ജോധ്പൂരിൽ വെച്ചിട്ട് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് ഒക്കെ പരീക്ഷയ്ക്ക് ഇപ്പം സ്ഥിരം ചോദ്യമാണ്. എൻഹാൻസ് ഇന്ററോപ്പറബിലിറ്റി ആൻഡ് ജോയിന്റ് ട്രെയിനിങ് capabilities ഓഫ് ബോത്ത് ആർമീസ് അണ്ടർ യുണൈറ്റഡ് നാഷൻ മാൻഡേറ്റ് ദർബൈ സ്ട്രെങ്തനിങ് ബയലാറ്ററൽ ഡിഫൻസ് കോർപ്പറേഷൻ. അതാണ് അതിന്റെ ഒബ്ജക്റ്റീവ്. ഇതിൽ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തിട്ട് നമ്മുടെ മെക്കനൈസ്ഡ് ഇൻഫൻട്രി റെജിമെന്റും അതുപോലെ സിംഗപ്പൂരിനെ റെപ്രസെന്റ് ചെയ്ത് 42 ആർമേഡ് റെജിമെന്റുമാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ എഡിഷൻ 2005 ഓക്കെ, അതിനുശേഷം 14 എഡിഷൻസ് ഇതുവരെയായിട്ട് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ നേവി ടു പാർട്ടിസിപ്പേറ്റ് ഇൻ 32nd സിംബെക്സ് സിംഗപ്പൂർ. സിംബെക്സ് അല്ലെ, സിംബെക്സ് എന്ന് പറയാം സിംഗപ്പൂർ ഇന്ത്യ മാരിടൈം ബയലാറ്ററൽ എക്സൈസ് ആണ്. മുൻപ് എക്സൈസ് ലയൺ കിങ് എന്ന പേരിലൊക്കെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. 32ാമത്തെ എഡിഷൻ ആണ് സിംബെക്സ് എന്ന പേരിൽ പറയാൻ വേണ്ടി നമുക്ക് സാധിക്കും. The Indian Navy will take part in the 32nd edition of Simbex, the Singapore India Maritime Bilateral Exercise. മുൻപ് തന്നെ എക്സൈസ് ലയൺ കിങ് എന്ന പേരിലായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ദിസ് ലോങ് റണ്ണിംഗ് ആനുവൽ എക്സൈസ് ഇസ് ഹെൽഡ് ബിറ്റ്വീൻ ഇന്ത്യൻ നേവി ആൻഡ് റിപ്പബ്ലിക് ഓഫ് സിംഗപ്പൂർ നേവി. ഇന്ത്യൻ നേവിക്കും റിപ്പബ്ലിക് ഓഫ് സിംഗപ്പൂർ നേവിക്കും ഇടയിലാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അത് ഓർത്തു വെച്ചാൽ മതി ആ ഒരു കാര്യങ്ങൾ. ISRO plans space station by 2035 and moon mission by 2040. 2035 നമ്മൾ സ്പേസ് സ്റ്റേഷൻ കംപ്ലീറ്റ് ആക്കുമെന്നും 2040 മൂൺ മിഷൻ കംപ്ലീറ്റ് ആക്കുമെന്നും ഒഫീഷ്യലായിട്ട് നമ്മുടെ ISROയുടെ അന്നത്തെ ചെയർപേഴ്സണായ ഡോക്ടർ വി നാരായണൻ അറിയിച്ച കാര്യമാണ്. ISRO വിൽ അക്കംപ്ലിഷ് ദിസ് ടാസ്ക് ബൈ 2040 മൂൺ മിഷൻ. 2040 നമ്മുടെ ഭാരതീയ അന്തരീക്ഷ ഭവൻ എന്ന രീതിയിൽ സ്വന്തം സ്പേസ് സ്റ്റേഷൻ 2035 നമ്മൾ നേടിയെടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2025 നമ്മൾ സ്വന്തമായിട്ടൊരു ഡോക്കിംഗ് എക്സ്പെരിമെന്റ് ഒക്കെ നടത്തിയ കാര്യമൊക്കെ ഓർമ്മയുണ്ടാവുന്ന വിചാരിക്കുന്നു. ഇന്ത്യസ് ഫസ്റ്റ് മൈനിങ് ടൂറിസം പ്രൊജക്ട് ഇൻ ജാർഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ മൈനിങ് ടൂറിസം പ്രൊജക്ട്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രി എന്താണ് ബാർസലോണ സന്ദർശിച്ചു. ബാർസലോണയിൽ ഗവാ മ്യൂസിയം സന്ദർശിച്ച സമയത്ത് അദ്ദേഹം അവിടെ കണ്ടു. ആ ഒരു ഗവാ മ്യൂസിയത്തിലെ മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ ഷോക്കേസ് ചെയ്യുന്ന കണ്ടു. സോ അദ്ദേഹം ചിന്തിച്ചു, എന്റെ സംസ്ഥാനം ഇതുപോലെ തന്നെയാണ്, മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ എനിക്കെന്തുകൊണ്ട് അത് പ്രദർശിപ്പിച്ചുകൂടാ, മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്കെന്തുകൊണ്ട് പ്രദർശിപ്പിച്ചുകൂടാ എന്നൊരു ചിന്ത വരികയും അങ്ങനെ അദ്ദേഹം എന്താണ് ഈ ഒരു കാര്യങ്ങൾ തന്റെ സംസ്ഥാനത്ത് പ്രദർശിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മൈനിങ് മ്യൂസിയം എവിടെ വന്നത്, ജാർഖണ്ഡിൽ വന്നത്. ദ സ്റ്റേറ്റ് ഗവൺമെന്റ് സൈൻഡ് 5-year MOU വിത്ത് സെൻട്രൽ കോൾഫീൽഡ് ലിമിറ്റഡ് CCL സെൻട്രൽ കോൾഫീൽഡ് ലിമിറ്റഡുമായിട്ടാണ് സഹകരിക്കുന്നത് ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. ഇസ്രായേൽസ് മോസ്റ്റ് അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഡ്രോർ 1 ലോഞ്ച്. ഇസ്രായേലിന്റെ ഏറ്റവും അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഡ്രോർ 1 റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഫ്ലോറിഡയിൽ വെച്ചിട്ട് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിലാണ് ഇത് ലോഞ്ച് ചെയ്തത്. ഡ്രോർ 1 ആരുടേതാണെന്ന രീതിയിൽ ചോദ്യം വരും. ഡ്രോർ എന്ന് പറയുമ്പോൾ ഇവിടെയുണ്ട് DROR 1 ഇസ്രായേലിൻ്റെതാണെന്ന് പറയാൻ വേണ്ടി സാധിക്കണം. ഇറ്റ് ഈസ് ഇസ്രായേൽസ് മോസ്റ്റ് അഡ്വാൻസ്ഡ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ബിൽറ്റ് 100% വിത്ത് ലോക്കൽ ടെക്നോളജി. ഇസ്രായേലിന് തദ്ദേശീയമായിട്ട് നിർമ്മിച്ചതാണെന്ന് കൂടെ നമുക്ക് അവിടെ പറയാൻ വേണ്ടി സാധിക്കും. ഇംഗ്ലണ്ട് അവാർഡ് ഹോസ്റ്റിംഗ് റൈറ്റ് ഫോർ നെക്സ്റ്റ് 3 വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ. അത് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, ഇംഗ്ലണ്ടിൽ വെച്ച് മാത്രമേ ഇത് നടക്കാറുള്ളൂ. റീസൺ ഒക്കെ പറഞ്ഞു തന്നിട്ടില്ലേ, 2027, 2029, 2031 ഇംഗ്ലണ്ടിൽ തന്നെ ഡിഫറെന്റ് വെന്യൂസിലായിട്ട് നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ ഏതൊക്കെയാണ് വെന്യൂസ് എന്ന് നോക്കാം. 2020 മുൻപ് നടന്ന വെന്യൂസ്, ഇനി നടക്കാൻ വേണ്ടി പോകുന്ന ആ ഒരു വെന്യൂ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൽ ഡിഫറെന്റ് സ്റ്റേഡിയംസിലാണ്. പറഞ്ഞുതരാം ആ ഒരു കാര്യങ്ങൾ. ഇംഗ്ലണ്ട് മുൻപ് 2021 സതാംപ്ടണിൽ വെച്ചിട്ടും 2023 ഓവലിൽ വെച്ചിട്ടും 2025 ലോർഡ്സ്, അത് 3 ഡിഫറെന്റ് വെന്യൂസ് ആയിട്ട് ഇതിന്റെ വെന്യൂ പ്രഖ്യാപിച്ചില്ല. ഇംഗ്ലണ്ട് നോക്കി, ഇംഗ്ലണ്ട് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അത് അതിനനുബന്ധിച്ചാണ് പ്രഖ്യാപിക്കുക. മുൻപുണ്ടായിരുന്ന 3 അതാണ് പറയാൻ ഉദ്ദേശിച്ചു വന്നത്. 2021 ഫൈനൽ സതാംപ്ടണിൽ, 2023 ഫൈനൽ ഓവലിൽ, 2025 ഫൈനൽ ലോർഡ്സിലുമാണ് നടന്നത്. അപ്പോളോ ടയേഴ്സ് ബിക്കം ടീം ഇന്ത്യസ് ന്യൂ സ്പോൺസർ 579 crore ഡീൽ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സ്പോൺസറായിട്ട് റീസെന്റ് ആയിട്ട് മാറിയ ആ ഒരു കമ്പനിയാണ് അപ്പോളോ ടയേഴ്സ്. മുൻപ് ബൈജൂസും ഡ്രീം 11 ഓർമ്മയില്ലേ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ശാപം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കി പറയാറുണ്ടായിരുന്നു, ട്രോൾ ചെയ്യാറുണ്ടായിരുന്നു.
കാരണം ബൈജൂസ് സ്പോൺസറായിട്ട് വന്നു. ബൈജൂസ് പൂട്ടിപ്പോയി. ഡ്രീം11 സ്പോൺസറായിട്ട് വന്നു. ഡ്രീം11 സുപ്രീം കോടതി തന്നെ പിടിച്ച് ബാൻ ചെയ്തു. ഇപ്പം അപ്പോളോ ടയേഴ്സ് വന്നിട്ടുണ്ട്. കണ്ടറിയണം എന്നൊക്കെ പറഞ്ഞ് ട്രോളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. അതൊരു വിശ്വാസമാണ്. ഒരു അന്ധവിശ്വാസമാണ്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പോട്ടെ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ആ ഒരു സ്പോൺസർഷിപ്പ് ഏതാണ്ട് 500 കോടിയിലധികം രൂപ മുടക്കിയിട്ടാണ് അവര് പിടിച്ചുള്ളത്. 579 കോടിയാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ. കാൻവേ ആയിരുന്നു രണ്ടാമത് 544 കോടി പറഞ്ഞത്. ജെ.കെ. സിമന്റ് എന്താണ് 477 കോടിയും പറഞ്ഞു. പക്ഷേ 579 കോടി ഡീലിന് അപ്പോളോ ടയേഴ്സിനോട് ഉറച്ചു തന്നു. ഓക്കെ. ഹർഷദീപ് സിംഗ് ബിക്കം ഫസ്റ്റ് ഇന്ത്യൻ ടു റീച്ച് 100 2020 ഇന്റർനാഷണൽ വിക്കറ്റ്. 2020 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 100 വിക്കറ്റ് സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യക്കാരനായിട്ട് ആര് മാറി? ഹർഷദീപ് സിംഗ് മാറി അല്ലേ? ആക്ച്വലി യുസ്വേന്ദ്ര ചഹലിന് സ്വന്തമാക്കാൻ വേണ്ടി സാധ്യതയുണ്ടായിരുന്ന റെക്കോർഡായിരുന്നു. പക്ഷേ 96 വിക്കറ്റ് എത്തിയതിനു ശേഷം പിന്നെ ഒരിക്കലും ഇന്ത്യൻ ടീമിലേക്ക് അദ്ദേഹത്തിന് വരാൻ വേണ്ടി സാധിച്ചില്ല. 2024 എങ്ങാണ്ട് പുള്ളി സ്വന്തം 96 വിക്കറ്റ് സ്വന്തമാക്കിയിട്ടുണ്ട്. പിന്നെ രണ്ടോ മൂന്നോ കളി കൊടുത്തിട്ടുണ്ട് പുള്ളി ചിലപ്പോൾ 100 വിക്കറ്റ് അടിക്കുന്ന ആദ്യ ഇന്ത്യൻ T20 ഇന്റർനാഷണൽ താരമായി മാറിയതിന് അൺഫോർച്ചുനേറ്റ്ലി സാധിച്ചിട്ടില്ല. സോ ഹർഷദീപ് സിംഗ് ബിക്കം ഫസ്റ്റ് ഇന്ത്യൻ ടു റീച്ച് 100 T20 ഇന്റർനാഷണൽ വിക്കറ്റ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ എന്താണ് ഈ ഒരു കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ആരെയാണ് പുറത്താക്കിയെന്ന് ചോദിച്ചാൽ വിനയ് ശുക്ലയാണ് പുറത്താക്കിയിട്ടുണ്ടായിരുന്നെന്ന് കൂടെ ഒന്ന് പറയാൻ വേണ്ടി സാധിക്കണം. സിഡ്നി മാക്ലുഗ്ലിൻ ലെവോണി റൺസ് ഫാസ്റ്റസ്റ്റ് 400 മീറ്റർ 40 ഇയേഴ്സ്. കഴിഞ്ഞ 40 വർഷങ്ങൾക്കിടയിൽ ഏറ്റവും വേഗതയേറിയ താരമായിട്ട് 40 വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയാം 1985 ശേഷം ഏറ്റവും വേഗതയേറിയ താരമായിട്ട് ആര് മാറി? സിഡ്നി മാക്ലുഗ്ലിൻ 400 മീറ്റർ ഓട്ടത്തിൽ മാറി അല്ലെ? സിഡ്നി മാക്ലുഗ്ലിൻ വോണി റാൻ ദ ഫാസ്റ്റസ്റ്റ് വുമൺ 400 മീറ്റർ റേസ് 40 ഇയേഴ്സ് ടു ക്ലെയിം വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഗോൾഡ് 47.78 സെക്കൻഡ് വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025 ടോക്കിയോയിൽ വെച്ച് നടന്നപ്പോഴാണ് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത്. മുൻപ് ഈ ഒരു നേട്ടം എന്താണ് 1985 47.60 സെക്കൻഡ് കൊണ്ട് മരിത കോച്ച് നേടിയിട്ടുണ്ടായിരുന്നു. ആ റെക്കോർഡ് മാത്രമാണ് ഇനി മുന്നിലുള്ളത്. 40 വർഷങ്ങൾക്ക് മുൻപേ കുറിച്ച ആ ഒരു റെക്കോർഡാണ് അല്ലേ? ഓക്കെ. അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ച് 47.60 സെക്കൻഡിന്. സ്മൃതി മന്ദാന ബ്രേക്സ് വിരാട് കോഹ്ലിസ് റെക്കോർഡ് ഫോർ ദ ഫാസ്റ്റസ്റ്റ് ഇന്ത്യൻ സെഞ്ചുറി ഇൻ വൺ ഡേ ഇന്റർനാഷണൽ. 53 പന്തുകളിൽ നിന്നും സെഞ്ചുറി സ്വന്തമാക്കി. സോറി 52 പന്തുകളിൽ നിന്നും വൺ ഡേ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ സെഞ്ചുറി സ്വന്തമാക്കിയ വിരാട് കോഹ്ലിയുടെ പേരിലായിരുന്നു നമ്മൾ ഫാസ്റ്റസ്റ്റ് ഓഡിയ സെഞ്ചുറി എത്തുന്ന ആളും പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ അത് മാറ്റി പഠിക്കേണ്ട സമയമായി. മെൻസ് ക്രിക്കറ്റ് ഇപ്പോഴും വിരാട് കോഹ്ലിയുടെ പേരാണ്. പക്ഷെ മൊത്തത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ മെൻസും ഉണ്ട് വുമൺസും ഉണ്ട്. വെറും 50 പന്തുകളിൽ നിന്നും സെഞ്ചുറി സ്വന്തമാക്കിയ സ്മൃതി മന്ദാന ഈ ഒരു നേട്ടം തിരുത്തി കുറിച്ചിട്ടുണ്ട്. ഇനി ലോകത്തിലെ റെക്കോർഡ് വണ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ എ ബി ഡിവിലിയേഴ്സ് ആണ്. 31 പന്തിൽ എ ബി ഡിവിലിയേഴ്സ് സെഞ്ചുറി അടിച്ചു കൂട്ടിയിട്ടുണ്ട്. ഇന്ത്യ റൈസസ് ടു 38th ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് 2025. 2025 ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിൽ നമ്മുടെ ഇന്ത്യ 38ാം സ്ഥാനത്തേക്ക് വന്ന കാര്യമാണ്. വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ആണ് ഈ റാങ്കിംഗ് തയ്യാറാക്കുന്നത്. ലോകത്തെ 139 എക്കണോമീസ് പഠിച്ചിട്ട് അതിൽ ഇന്ത്യയുടെ റാങ്കിംഗ് എത്രാമതാണ്? 38ാമതാണ്. അതുകൂടെ ഒന്ന് ഓർത്ത് വെക്കണം. 2007 ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇന്ത്യ 2015 81ാം സ്ഥാനത്ത് ഉണ്ടായിരുന്നത് 2025 എത്തുമ്പോൾ 38ാം സ്ഥാനത്ത് എന്ന് പറയുമ്പോൾ വളരെ സന്തോഷിക്കാൻ പറ്റുന്ന മാറ്റം തന്നെയാണ് അല്ലെ? സ്വിറ്റ്സർലാൻഡ് 1ാം സ്ഥാനം, സ്വീഡൻ 2ാം സ്ഥാനം, USA 3ാം സ്ഥാനം, സൗത്ത് കൊറിയ 4ാം സ്ഥാനം, സിംഗപ്പൂർ 5ാം സ്ഥാനം. ചരിത്രത്തിൽ ആദ്യമായിട്ട് ചൈന ടോപ്പ് 10ൽ വന്നിട്ടുണ്ട്. സെൻട്രൽ സോൺ വിൻസ് ദുലീപ് ട്രോഫി ആഫ്റ്റർ 11 ഇയേഴ്സ് അണ്ടർ പാട്ടിദാർ. രജത് പാട്ടിദാർ വന്നതിന് ശേഷം ബാംഗ്ലൂരിന്റെ ചരിത്രമേ അങ്ങ് മാറിപ്പോ അല്ലെ? അതുപോലെ സെൻട്രൽ സോണിന്റെ എന്താണ് ചരിത്രം മാറി. 11 വർഷങ്ങൾക്ക് ശേഷം എന്താണ് ദുലീപ് ട്രോഫിയിൽ ഒരു നേട്ടം സ്വന്തമാക്കാൻ വേണ്ടി സെൻട്രൽ സോണിന് സാധിച്ചിട്ടുണ്ട്. ഇതിനു മുൻപ് 2014-15 എഡിഷനിലായിരുന്നു സെൻട്രൽ സോൺ ദുലീപ് ട്രോഫി വിജയിച്ചത്. സോ 11 വർഷങ്ങൾക്ക് ഇപ്പുറം എന്താണ് രജത് പാട്ടിദാറുടെ നേതൃത്വത്തിൽ ഈ ഒരു നേട്ടം സ്വന്തമാക്കി. അവരുടെ രണ്ടാമത്തെ ഒന്നല്ല 7ാമത്തെ ദുലീപ് ട്രോഫി ടൈറ്റിലാണെന്ന് കൂടെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. 62ാമത്തെ എഡിഷനാണ് മൊത്തത്തിൽ ദുലീപ് ട്രോഫി ഇത്തവണ നടന്നത്. ഇന്ത്യ ഇറ്റ്സ് 250 ഗിഗാവാട്ട് നോൺ ഫോസിൽ ഫ്യൂൽ പവർ കപ്പാസിറ്റി. 250 ഗിഗാവാട്ട് നോൺ ഫോസിൽ ഫ്യൂൽ കപ്പാസിറ്റി നമ്മുടെ ഇന്ത്യ അച്ചീവ് ചെയ്തതായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും അല്ലേ? ഓൾറെഡി പരീക്ഷയ്ക്ക് വന്ന ചോദ്യമായിരുന്നു ഏത് വർഷത്തോടുകൂടി അല്ലെ 2030 ഇന്ത്യ എത്ര റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടി ലക്ഷ്യം വെക്കുന്നു എന്ന് പറഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടായിരുന്നില്ലേ? 500 ആണ് അല്ലേ? അതൊക്കെ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. ഇന്ത്യ അച്ചീവ്ഡ് 250 ഗിഗാവാട്ട് മാർക്ക് ഫോർ നോൺ ഫോസിൽ ഫ്യൂൽ ഇലക്ട്രിസിറ്റി ജനറേഷൻ കപ്പാസിറ്റി ആൻഡ് aims to have 500 gigawatt renewable energy capacity by 2030. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഡെലിവറി ഓഫ് ആൻഡ്രോത്ത് സെക്കൻഡ് ASW ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ടു നേവി. നമ്മുടെ ഇന്ത്യയിലെ രണ്ടാമത്തെ ASW ഷാലോ വാട്ടർ ക്രാഫ്റ്റ്
ഇന്ത്യൻ നേവിക്ക് കൈമാറ്റം ചെയ്തിട്ടുണ്ട് അല്ലെ. INS ആന്ത്രൂത്ത് അല്ലെങ്കിൽ ഇന്ത്യൻ നേവൽ ഷിപ്പ് ആന്ത്രൂത്ത് ആണ് ദ ഇന്ത്യൻ നേവി റിസീവ്ഡ് INS ആന്ത്രൂത്ത് ദ സെക്കൻഡ് ഇൻഡിജിനസ്ലി ബിൽട്ട് ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ്. ഇറ്റ് ഈസ് നെയ്മഡ് ആഫ്റ്റർ ആന്ത്രൂത്ത് ഐലൻഡ് ഇൻ ലക്ഷദ്വീപ് ആർക്കിപ്പലാഗോ. ലക്ഷദ്വീപ് ആർക്കിപ്പലാഗോയിലെ ആന്ത്രൂത്ത് ഐലൻഡിലാണ് എന്താണ് സോറി ആ ഒരു ആന്ത്രൂത്ത് ഐലൻഡിന്റെ പേരിലാണ് ലക്ഷദ്വീപിൽ ആന്ത്രൂത്ത് ഐലൻഡിലുള്ള ദ്വീപുണ്ടല്ലോ, ആ ദ്വീപ് സമൂഹങ്ങളിൽ പ്രധാനപ്പെട്ട ദ്വീപാണ് ആന്ത്രൂത്ത് ഐലൻഡ്. അതിന്റെ പേരിലാണിത് റീനെയിം ചെയ്തിട്ടുള്ളത്. അതുകൂടെ പഠിച്ചു വെക്കണം. ഇന്ത്യ ടു ഹോസ്റ്റ് ഫിഫ്ത്ത് കോസ്റ്റ് ഗാർഡ് സമ്മിറ്റ് ഇൻ 2027. 2027 അപ്കമിംഗ് ആയിട്ട് ചെന്നൈയിൽ വെച്ച് ഇതും വന്ന ചോദ്യമാണ്. കോസ്റ്റ് ഗാർഡ് സമ്മിറ്റ് 5ാമത്തെ എഡിഷൻ ഇന്ത്യ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇത് പ്രഖ്യാപിക്കപ്പെട്ടത് 4ാമത്തെ എഡിഷൻ ഇറ്റലിയിലെ റോമിൽ വെച്ചിട്ട് 2025 സെപ്റ്റംബർ മാസത്തിൽ നടക്കുന്ന വേളയിലാണെന്ന് കൂടെ ഓർത്തു വെക്കണം. ന്യൂഡൽഹി ടു ഹോസ്റ്റ് 2026 ബാഡ്മിന്റൺ വേൾഡ് ചാമ്പ്യൻഷിപ്സ്. 2026 ബാഡ്മിന്റൺ വേൾഡ് ചാമ്പ്യൻഷിപ്പ് എവിടെയാണ് നടക്കുന്നത്? നമ്മുടെ ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് അല്ലേ. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓഗസ്റ്റ് മാസത്തിൽ ഓൾറെഡി ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ ആണ് ഇതിന് ആതിഥേയത്വമൊക്കെ വഹിക്കുന്നതെന്ന് ഓർത്ത് വെച്ചാൽ മതി. 17 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ഇന്ത്യയും ഏഷ്യയും ഇതിനെന്താണ് ആതിഥേയത്വം വഹിക്കുന്നത്. 2009 അവസാനമായിട്ട് ഹൈദരാബാദിൽ വെച്ച് നടന്നതിന് ശേഷം ഒരു ഏഷ്യൻ കൺട്രി അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ കൺട്രി, സോറി ഇന്ത്യൻ കൺട്രി അല്ല, ഇന്ത്യൻ സിറ്റി ഇതിന് ആതിഥേയത്വം വഹിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൂടെ സോറി അങ്ങനെയല്ല കാര്യം, ഏഷ്യ ലാസ്റ്റ് ഹോസ്റ്റ് ചെയ്യുന്നത് 2008 അവിടെ ഒരു വ്യത്യാസം അല്ലേ. ദ കോമ്പറ്റീഷൻ വിൽ റിട്ടേൺ ടു ഇന്ത്യ ആഫ്റ്റർ 17 ഇയേഴ്സ്. 4 ഇയേഴ്സിന് ശേഷമാണല്ലോ, 4 ഇയേഴ്സിന് ശേഷം ഏഷ്യയിലും വന്നു, അങ്ങനെയാണ് കാര്യം വരുന്നത്. ഓക്കെ, ലാസ്റ്റ് ടൈം ഏഷ്യൻ സിറ്റി ഹോസ്റ്റഡ് ചാമ്പ്യൻഷിപ്പ് 2018 അത് ചൈനയിൽ വെച്ചിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അതുകൂടെ 4 പോരാലോ, അപ്പം 6-7 ഇയേഴ്സ് വേണം. ഓക്കെ, അവിടെ നിൽക്കട്ടെ, ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ആ ഒരു കാര്യം 2022 അത് തന്നെയാണ്. അപ്പം നമുക്ക് ഇത് മാറ്റി 2000 എവിടെ പോയി 18 25 എന്ന് പറയുമ്പോൾ ഈ 7 ഇയേഴ്സ് എന്ന രീതിയിൽ നോട്ട് ചെയ്താൽ മതി. ഇന്ത്യസ് ഫസ്റ്റ് വൾച്ചർ നോളേജ് പോർട്ടൽ ലോഞ്ച് ഇൻ അസം. ഇന്ത്യയിലെ ആദ്യത്തെ വൾച്ചർ നോളേജ് പോർട്ടൽ എവിടെയാണ് വന്നത്? അസമിലാണ് അല്ലേ. ഇന്ത്യസ് ഫസ്റ്റ് ഓൺലൈൻ വൾച്ചർ നോളേജ് പോർട്ടൽ വാസ് ലോഞ്ച് ഓൺ സെപ്റ്റംബർ 2, 2025 അസമിലാണ്. ഇന്റർനാഷണൽ വൾച്ചർ അവയർനെസ് ഡേ ആയിട്ടുള്ള സെപ്റ്റംബർ 2 തീയതിയാണ് ഇത് ഒഫീഷ്യലായിട്ട് വന്നത്. ഇന്ത്യസ് ഫസ്റ്റ് ഓൺലൈൻ വൾച്ചർ പോർട്ടൽ നോളേജിന്റെ പേരാണ് ദ വൾച്ചർ നെറ്റ്വർക്ക് എന്നത്. ഇതിന്റെ പ്രൊജക്ട് സപ്പോർട്ട് ചെയ്യുന്നത് വി ഫൗണ്ടേഷൻ ഇന്ത്യയാണ്. അതുകൂടെ ഓർത്ത് വെച്ചാൽ അതിനെ കൂടിയായിട്ട് ഗൗഹാട്ടി യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് ഓഫ് സുവോളജി, അസം ബേർഡ് മോണിറ്റർ നെറ്റ്വർക്ക്, ലാസ ഫൗണ്ടേഷൻ, സുരഗ സമിതിയൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ട്. ഗ്ലോബൽ പീസ് ഇൻഡെക്സ് 2025 പുറത്ത് വന്ന കാര്യം നേക്കാരം ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. 23 ഇൻഡിക്കേറ്ററോട് കൂടിയാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത്. 163 രാജ്യങ്ങളുടെ ഇന്ത്യയുടെ സ്ഥാനമാണ് നമുക്ക് ഇമ്പോർട്ടന്റ്. ഇന്ത്യ 115 സ്ഥാനത്താണ്. ഗ്ലോബൽ പീസ് സമാധാനം. ഓക്കെ, 1 സ്ഥാനത്ത് ഐസ്ലാൻഡ് തുടർച്ചയായിട്ട് വന്നിട്ടുണ്ട്. അയർലാൻഡ്, ന്യൂസിലാൻഡ് ഒക്കെ എന്താണ് ടോപ്പ് റാങ്ക്ഡ് കൺട്രിയെ വന്നിട്ടുണ്ട്. എക്സൈസ് മൈത്രി 14th എഡിഷൻ ഓഫ് എക്സൈസ് മൈത്രി കണ്ടക്ട് ചെയ്തിരിക്കുകയാണ്. മേഘാലയയിൽ ഉംറോയിൽ വെച്ചിട്ടാണ് നടന്നത്. ഇന്ത്യയും തായ്ലാൻഡുമായിട്ടാണ് ഈ ഒരു എക്സൈസ് മൈത്രി കണ്ടക്ട് ചെയ്യുന്നത്. ഇന്ത്യക്ക് വേണ്ടി മദ്രാസ് റെജിമെന്റ് ആണ് പങ്കെടുത്തത്. തായ്ലാൻഡിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇൻഫൻട്രി ബറ്റാലിയൻ 14th ഇൻഫൻട്രി ബ്രിഗേഡ് പങ്കെടുത്തു. 50 ഗോൾഡ് മെഡൽസ്. ഇന്ത്യ ക്രിയേറ്റ്സ് ഹിസ്റ്ററി അറ്റ് 16th ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ കസാക്കിസ്ഥാനിൽ വെച്ച് നടന്നു. 16ാമത്തെ ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ 50 ഗോൾഡ് മെഡൽ സ്വന്തമാക്കി. ടോട്ടൽ എത്ര ഗോൾഡ് മെഡലാണ്? 50 ഗോൾഡ് മെഡലാണ്. ഇന്ത്യ അച്ചീവ്ഡ് എ ഹിസ്റ്റോറിക് മൈൽ സ്റ്റോൺ അറ്റ് 16th ഏഷ്യ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് ഇൻ ഷിംകെൻഡ്, കസാക്കിസ്ഥാൻ, സെക്യൂറിംഗ് 50 ഗോൾഡ് മെഡൽ ടു ലീഡ് ദ മെഡൽ ടാലി ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ചാമ്പ്യൻഷിപ്സ് ഹിസ്റ്ററി. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യ 50 ഗോൾഡ് മെഡൽ തികക്കുന്നത് അല്ലേ. ഓക്കെ, 50 ഗോൾഡ് മെഡൽ. അപ്പം അതൊക്കെ കൂട്ടി ടോട്ടൽ 99 മെഡൽസ് ഉണ്ട്. 26 സിൽവർ, 23 ബ്രോൺസ്, 50, 26, 76, 86, 99 ആണ് അല്ലേ. ഹോസ്റ്റ് നേഷൻ കസാക്കിസ്ഥാനാണ് 2ാം സ്ഥാനത്ത് വന്നത്. ചൈന 3ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ആ ഒരു പേരുകളൊന്നും ഞാൻ വെറുതെ വായിച്ചു തരുന്നില്ല, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ ആ ഒരു പേരുകളൊന്ന് വായിച്ചാൽ മതി. ഓക്കെ, നമ്മൾ അവസാന ഭാഗത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവൽ 2025 കൺക്ലൂഡ്സ്. 2025 എഡിഷൻ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് അല്ലെ, അത് എവിടെ വെച്ച് നടന്നു? ജമ്മു കാശ്മീരിൽ ഡാൽ ലേക്ക്, ശ്രീനഗറിൽ ഡാൽ ലേക്കിൽ വെച്ചിട്ടാണ് ഓഗസ്റ്റ് 21 തൊട്ട് ഓഗസ്റ്റ് 23 വരെ കണ്ടക്ട് ചെയ്തത്. സോ അതിന്റെ റിസൾട്ട് കൂടെ ഞാൻ പറയാം. മധ്യപ്രദേശാണ് മെഡൽ ടാലിയിൽ ടോപ്പായിട്ട് വന്നത്. 18 മെഡൽസ് ഉണ്ട്. 10 ഗോൾഡ്, 3 സിൽവർ, 5 ബ്രോൺസ്. ഒഡീഷയും കേരളവും 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തും എത്തിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് റിട്ടേൺ ദുറാന്ത് കപ്പ് 2025. ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട ഓൾഡസ്റ്റ് ഡൊമസ്റ്റിക് ടൂർണമെന്റ് എന്നൊക്കെ നമുക്ക് ഈ പറയുന്ന ദുറാന്ത് കപ്പിനെ പറയാൻ വേണ്ടി സാധിക്കും അല്ലെ. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ആണ് ഈ ഒരു വിജയം സ്വന്തമാക്കിയത്. ഫൈനൽ നടന്നത് വിവേകാനന്ദ യുവഭാരതി ക്രിങ്ങിയനിൽ വെച്ചിട്ടാണ്. ഫൈനൽ കൊൽക്കത്തയിൽ വെച്ചിട്ടാണ് ഫൈനൽ നടന്നത്. ഫസ്റ്റ് ടൈം ടു സക്സസ്ഫുള്ളി ഡിഫെൻഡ് ദർ ഡുറാന്ത് കപ്പ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ടീം അവരുടെ ഡുറാന്ത് കപ്പ് ഡിഫെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നിലനിർത്തുന്നത്. ആ ഒരു നേട്ടം കൂടെ ആര് സ്വന്തമാക്കി?
നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC സ്വന്തമാക്കി. അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓൾഡസ്റ്റ് ഫുട്ബോൾ ടൂർണമെന്റ് ഇൻ ഏഷ്യ എന്ന് തന്നെ നമുക്കിതിന് പറയാൻ വേണ്ടി സാധിക്കും. സെൻട്രൽ സെറ്റ്സ് അപ്പ് കമ്മിറ്റി ടു സെലിബ്രേറ്റ് 150th ബർത്ത് ആനിവേഴ്സറി സർദാർ വല്ലഭായ് പട്ടേൽ ആൻഡ് ബിർസ മുണ്ട ആൻഡ് ബർത്ത് സെന്റിനറി അടൽ ബിഹാരി വാജ്പേയി. അടൽ ബിഹാരി വാജ്പേയി ജനിക്കുന്നത് 1925. ബിഹാരി വാജ്പേയി 1925. അതുപോലെ തന്നെ 1875 സർദാർ വല്ലഭായ് പട്ടേലും അതുപോലെ തന്നെ ബിർസ മുണ്ടയും ജനിക്കുന്നു. ഓക്കെ, സോ അങ്ങനെ നോക്കുമ്പോൾ എന്താണ് 150 വർഷങ്ങളായി സർദാർ വല്ലഭായ് പട്ടേലും ബിർസ മുണ്ടയും ജനിച്ചിട്ട് 100 വർഷങ്ങളായി അടൽ ബിഹാരി വാജ്പേയിയും ജനിച്ചിട്ട് 2025. സോ അതിന്റെ ആഘോഷവേളയും കാര്യങ്ങളൊക്കെയാണ് പ്രൈം മിനിസ്റ്റർ ചില കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതാണ്. നമുക്ക് മെയിനായിട്ട് നോക്കുകയാണ് 3 ഹൈ ലെവൽ കമ്മിറ്റീസ് ഇതിനു വേണ്ടി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. വല്ലഭായ് പട്ടേലിന്റെ ഡീറ്റെയിൽസ് 1875 ഒക്ടോബർ 31 ഏകതാ ദിവസമായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ദിനത്തിൽ ജനിച്ചു വെക്കുന്ന ഓർത്തു വെച്ചാൽ മതി. അടൽ ബിഹാരി വാജ്പേയി ഡിസംബർ 25 അന്ന് ഗുഡ് ഗവേൺസ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഫിഡെ വേൾഡ് കപ്പ് 2025 ടു ബി ഹോസ്റ്റഡ് ഇൻ ഗോവ. ഫിഡെ വേൾഡ് കപ്പ് 2025 ഓൾറെഡി ഒക്ടോബർ തൊട്ട് നവംബർ വരെ ഗോവയിൽ വെച്ച് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞു. അന്നത്തെ ഫിഡെയുടെ പ്രസിഡന്റ് ആർക്കഡി റോക്കോവിച്ച് ആയിരുന്നു. സോ നമ്മുടെ ഇന്ത്യയിൽ വെച്ച് നടക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് പഠിച്ചു വെക്കണം. ഗോവയിലാണ്. 130th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബിൽ സീക്സ് ടു റിമൂവ് മിനിസ്റ്റേഴ്സ് അറസ്റ്റഡ് ഫോർ 30 days. 130th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബിൽ അല്ലെ. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രി അല്ലെങ്കിൽ പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു മന്ത്രി, ഈ മന്ത്രി 30 ദിവസത്തിന് മേലെ കോടതി അറസ്റ്റ് വിധിച്ചു അല്ലെങ്കിൽ ക്രിമിനൽ കേസിൽ പെട്ടിട്ട് 30 ദിവസത്തിന് മേലെ ജയിലിൽ അകപ്പെട്ടിട്ടെങ്കിൽ ആ 30 ദിവസം കഴിഞ്ഞ് 31ാമത്തെ ദിവസം ഓൺവേർഡ്സ് ഈ വ്യക്തി എന്താണ് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞിരിക്കണം. ഓക്കെ, അങ്ങനെ ഒരു നിബന്ധനയാണ് ഈ ഒരു ബില്ലിൽ കൊണ്ടുവരുന്നത്. സോ ക്രിമിനൽ കേസിലൊക്കെ പെടുന്ന മന്ത്രിമാരൊക്കെ എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടും അല്ലെ. ഇനി അവർക്ക് തിരിച്ചു വരാൻ വേണ്ടി പറ്റുമെന്ന് വെച്ചാൽ വൺസ് അവർ ഈ ഒരു കേസ് ചെയ്തിട്ടില്ല, അതിൽ നിരപരാധിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മന്ത്രിയായിട്ട് വരാൻ സാധിക്കും. അതാണ് 130th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബിൽ ആയിട്ട് റീസെന്റ് ആയിട്ട് അവതരിപ്പിച്ചത്. അത് പാർലമെന്റ് ലോക്സഭയിലൊക്കെ അവതരിപ്പിച്ചതാണ്. സോ ഓൾറെഡി ഉള്ള ആർട്ടിക്കിൾ 75, 164, 239 ഇതൊക്കെ എന്താണ് ഒന്ന് അമെൻഡ് ചെയ്തിട്ട് വേണ്ടി വരും ഇതിൽ പുതുതായിട്ടുള്ള മാറ്റങ്ങൾ ആഡ് ചെയ്യാൻ. ഓക്കെ, ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. സെയിം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. റഷ്യ പ്ലാൻസ് വെനേറ ഡി വീനസ് മിഷൻ ലോഞ്ച് ബൈ 2036. 2036 വെനേറ ഡി വീനസ് മിഷൻ ലോഞ്ച് ചെയ്യാൻ വേണ്ടി ആര് ലക്ഷ്യം വെക്കുന്നുണ്ട്? റഷ്യ ലക്ഷ്യം വെക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, വെനേറ ഡി മിഷൻ 2036 ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് റഷ്യ ലക്ഷ്യം വെക്കുന്നുണ്ട്. വെനേറ ഡി ഫോർ ഡോൾഗോ സിവിസ്യ, എന്റെ പേരെന്താണ്, ലോങ് ലിവ്ഡ് എന്നാണ് മീനിങ്. അതൊക്കെ ഒന്ന് നോക്കുക. ജലാലാബാദ് റീനെയിംഡ് പരശുരാമപുരി. പേരുകൾ മാറ്റുന്നത് പുതിയ കളിയൊന്നുമല്ല, ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ജലാലാബാദ് എന്ന് പറഞ്ഞ ടൗൺ, ഉത്തർപ്രദേശിലെ ടൗൺ ഇനി എന്താണ് പരശുരാമപുരി എന്ന പേരിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് പരശുരാമന്റെ ജന്മസ്ഥലമാണ്, അതുകൊണ്ട് ഈ പേര് വേണമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാലമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് പേരുകൾ മാറ്റിയിട്ടുണ്ട്. അലഹാബാദ് പ്രയാഗ്രാജ് എന്നും ഫൈസാബാദ് അയോധ്യ എന്നും അതുപോലെ തന്നെ മുഗൾസാരായ് റെയിൽവേ സ്റ്റേഷൻ പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായ നഗർ എന്നും ഝാൻസി റെയിൽവേ സ്റ്റേഷൻ വീരാംഗന ലക്ഷ്മിബായ് റെയിൽവേ സ്റ്റേഷൻ എന്നും ബനാറസിനെ വാരാണസി എന്നും പേര് മാറ്റിയിട്ടുണ്ട്. കേരള ബിക്കം ഇന്ത്യസ് ഫസ്റ്റ് ഫുള്ളി ഡിജിറ്റൽ ലിറ്റററി സ്റ്റേറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫുള്ളി ഡിജിറ്റൽ ലിറ്റററി സ്റ്റേറ്റ് ആയിട്ട് ഏത് മാറിയിട്ടുണ്ട്? നമ്മുടെ സ്വന്തം കേരളം മാറിയിട്ടുണ്ട്. കേരളത്തിന്റെ ഡിജി കേരളം പ്രൊജക്ട് ഒക്കെ അല്ലേ, അതൊക്കെ ഇതിന് മികച്ച രീതിയിൽ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. പ്രസിഡന്റ് ദ്രൗപദി മുർമു ബിക്കംസ് ഫസ്റ്റ് പ്രസിഡന്റ് ടു ഫ്ലൈ ഇൻ റാഫേൽ ജെറ്റ്. റാഫേൽ ഫൈറ്റർ എയർക്രാഫ്റ്റിൽ പറക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ട് ആര് മാറി? ദ്രൗപദി മുർമു മാറി. ഇങ്ങനെ ഇന്ത്യൻ പ്രസിഡന്റുമാര് ഇതുപോലെ ഡിഫറെന്റ് ജെറ്റിലൊക്കെ പറക്കാറുണ്ട്. അവര് പൈലറ്റ് ആളുകളൊക്കെ ഉണ്ടാവും. ക്യാപ്റ്റൻ അമിത് ഗഹാനിയാണ് നമ്മുടെ പ്രസിഡന്റ് മുർമു സഞ്ചരിച്ച വാഹനത്തിന്റെ പൈലറ്റായിട്ട് ഉണ്ടായിരുന്നത്. പ്രസിഡന്റ് ദ്രൗപദി മുർമു ഇസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ദ കൺട്രി ഇന്ത്യ ടു ഫ്ലൈ ഇൻ 2 ഫൈറ്റർ ജെറ്റ്. അതുകൂടെ ഉണ്ട് അല്ലെ. 2021 സുഗോയ് 30 MKIയിൽ കൂടെ ദ്രൗപദി മുർമു പറന്നിട്ടുണ്ടായിരുന്നു. സോ 2 ഫൈറ്റർ ജെറ്റിൽ പറക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ട് കൂടി പ്രസിഡന്റ് ദ്രൗപദി മുർമു മാറി. ഓക്കെ, ഉത്തർപ്രദേശ് ടു ഗെറ്റ് 76th ഡിസ്ട്രിക്ട് നെയ്മഡ് കല്യാൺ സിംഗ് നഗർ. ഏറ്റവും കൂടുതൽ ഡിസ്ട്രിക്ട് ഉണ്ട് അല്ലേ, 76. നമ്മുടെ കേരളത്തിലൊക്കെ ആകെ 14 ഡിസ്ട്രിക്റ്റേ ഉള്ളൂ. ഇവിടെ 76 ഡിസ്ട്രിക്ട് എവിടെയുണ്ട്? ഉത്തർപ്രദേശ്. അത്രയും വലിയ ഏരിയയും ഉണ്ട്. ലോക്സഭയുമായിട്ട് ബന്ധപ്പെട്ട സീറ്റുകളും എല്ലാം ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം എന്ന രീതിയിലൊക്കെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. പോപ്പുലസ് ആയിട്ടുള്ള സംസ്ഥാനം എന്ന് പറയാൻ വേണ്ടി സാധിക്കും. ദ ഗവൺമെന്റ് ഓഫ് ഉത്തർപ്രദേശ് ഹാസ് അനൗൺസ്ഡ് ദ പ്രോസസ് ടു ഫോം സ്റ്റേറ്റ് 76th ഡിസ്ട്രിക്ട് ടു ബി നെയ്മഡ് കല്യാൺ സിംഗ് നഗർ. ഇത് മുൻ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന കല്യാൺ സിംഗിന്റെ പേരിൽ നിന്നാണ് ഒരു പേര് അവർക്ക് ലഭിച്ചത്. ഈസ്റ്റ് ടിമോർ ബിക്കംസ് 11th മെമ്പർ ഓഫ് ആസിയാൻ. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിന്റെ 11ാമത്തെ മെമ്പറായിട്ട്
ഈസ്റ്റ് ടിമോർ അല്ലെങ്കിൽ ടിമോർ ലെസ്റ്റ് മാറിയിരിക്കുകയാണ്. ആ ഒരു എക്സ്പാൻഷൻ 1990s ശേഷം ആദ്യമായിട്ട് ഒരു എക്സ്പാൻഷൻ കൂടെ വന്നിരിക്കുകയാണ്. കേരള ടു ബി ഡിക്ലെയർഡ് ഇന്ത്യസ് ഫസ്റ്റ് എക്സ്ട്രീം പോവേർട്ടി ഫ്രീ സ്റ്റേറ്റ്. ഇന്ത്യയിലെ അതിദാരിദ്ര്യം ഇല്ലാതാക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായിട്ട്, സാധാരണ പോവേർട്ടി അല്ല, എക്സ്ട്രീം പോവേർട്ടിയാണ്. മൾട്ടി ഡയമെൻഷണൽ പോവേർട്ടി ഒന്നും സീറോ ആയിട്ടില്ല, അതൊക്കെ വേറെ എവിടെയുണ്ട്. എക്സ്ട്രീം പോവേർട്ടി എന്താണ് 0% എന്ന രീതിയിൽ കൊണ്ടുവന്ന ആദ്യ സംസ്ഥാനമായിട്ട് കേരളം മാറിയിട്ടുണ്ട്. കഴിഞ്ഞ കേരള പിറവി ദിനത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി ഇത് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്ത കാര്യമൊക്കെ നമുക്കറിയാം അല്ലേ. ഓക്കെ, കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പോവേർട്ടി ഇറാഡിക്കേഷൻ എന്ന രീതിയിലെ പദ്ധതിയൊക്കെ നടപ്പിലാക്കുന്നുണ്ട്. കുടുംബശ്രീ തന്നെ ആദ്യം എന്താണ് പോവേർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാം ആയിട്ടാണ് വന്നത്. ഈ ആശാ വർക്കേഴ്സിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഒരുപാട് പരിപാടികൾ നടത്തിയിട്ട് കേരളം ഈ ഒരു നേട്ടം സ്വന്തമാക്കി. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വോൺ 9th ഏഷ്യ കപ്പ് ടൈറ്റിൽ 2025. 2025 ഒൻപതാമത്തെ ഏഷ്യ കപ്പ് ടൈറ്റിൽ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം UAE ദുബായിൽ വെച്ച് സ്വന്തമാക്കിയിട്ടുണ്ട്. അതവിടെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. 2023 ഇന്ത്യ ഡിഫൻഡിംഗ് ചാമ്പ്യൻ ആയിരുന്നു. ഇപ്പൊ 2025 ഇന്ത്യ നേട്ടം സ്വന്തമാക്കി. പ്ലെയർ ഓഫ് ദ സീരീസ് അഭിഷേക് ശർമ്മയാണ്. മോസ്റ്റ് റൺസും അഭിഷേക് ശർമ്മയ്ക്കാണ്. മോസ്റ്റ് വിക്കറ്റ് കുൽദീപ് യാദവിനായിരുന്നു എന്ന് കൂടെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ആദ്യമായിട്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും ഏഷ്യ കപ്പിന്റെ ഫൈനലിൽ ഒന്നിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഇന്ത്യ ക്ലിഞ്ച് ICC വുമൻസ് വേൾഡ് കപ്പ് 2025 വിത്ത് 52 റൺ വിൻ ഓവർ സൗത്ത് ആഫ്രിക്ക. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യൻ വനിതകൾ വൺ ഡേ ഇന്റർനാഷണൽ ക്രിക്കറ്റിന്റെ ലോകകപ്പ് കിരീടം സ്വന്തമാക്കി. പുരുഷന്മാര് 2 തവണ 1983 2011 സ്വന്തമാക്കിയെങ്കിലും സ്ത്രീകൾക്ക് ഇതുവരെ ഈ നേട്ടം സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അണ്ടിൽ 2025. സൗത്ത് ആഫ്രിക്കയാണ് 52 റണ്ണിന് ഫൈനലിൽ പരാജയപ്പെടുത്തത്. ഇന്ത്യ ബിക്കംസ് ദ ഫസ്റ്റ് വുമൺ ടീം ഫ്രം ഏഷ്യയിൽ നിന്ന് തന്നെ വേൾഡ് കപ്പ് വിജയിക്കുന്ന ആദ്യ വനിതാ ടീം കൂടിയാണ് എന്നുകൂടെ നമ്മളൊന്ന് ഓർത്തു വെച്ചാൽ മതി. 2025 ടൂർണമെന്റ് 13ാമത്തെ എഡിഷൻ ആയിരുന്നു. 13 എഡിഷൻ ഇന്ത്യക്ക് ഇതുവരെ അല്ലെങ്കിൽ ഒരു ഏഷ്യൻ കൺട്രിക്ക് പോലും നേട്ടം സ്വന്തമാക്കാൻ വേണ്ടി പറ്റില്ല. 4 വർഷം കൂടുമ്പോഴാണ് ടൂർണമെന്റ് നടക്കുന്നത്. ഇന്ത്യയിലും ശ്രീലങ്കയിലും വെച്ചിട്ട് 8 ടീംസാണ് മത്സരിച്ചത്. പ്ലെയർ ഓഫ് ദ മാച്ച് ആയിട്ട് മാറിയത് ഫൈനലിൽ ഷഫാലി വർമ്മയാണ്. പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയിട്ട് മാറിയത് ഇന്ത്യയുടെ ദീപ്തി ശർമ്മയാണ്. ഇന്ത്യയുടെ കോച്ച് അമൂൽ മസൂംദാർ ആയിരുന്നു. അതും ഓർത്തു വെക്കണം. ലക്നോ റെക്കഗ്നൈസ്ഡ് ആസ് എ യുനെസ്കോ സിറ്റി ഓഫ് ഗാസ്ട്രോണമി. യുനെസ്കോ സിറ്റി ഓഫ് ഗാസ്ട്രോണമി ആയിട്ട് റീസെന്റ് ആയിട്ട് മാറിയ സിറ്റി ഏതാണ്? UP-യിൽ ലക്നോ ആണല്ലേ. യുനെസ്കോ ലക്നോ എന്ന് പറഞ്ഞ കൺഫ്യൂഷനായി. സോ യുനെസ്കോയുടെ ക്രിയേറ്റ് സിറ്റീസ് നെറ്റ്വർക്കിൽ സിറ്റി ഓഫ് ഗാസ്ട്രോണമി, സിറ്റി ഓഫ് മ്യൂസിക് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, സിറ്റി ഓഫ് ഗാസ്ട്രോണമി ആയിട്ട് ലക്നോ വന്നതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുകയാണത്. ഓൾറെഡി 2015 സിറ്റി ഓഫ് ക്രാഫ്റ്റ് ആൻഡ് ഫോക്സ് ആയിട്ടും സിറ്റി ഓഫ് മ്യൂസിക് ആയിട്ടും ജയ്പൂറും വാരണാസിയും വന്നിട്ടുണ്ട്. സിറ്റി ഓഫ് ക്രാഫ്റ്റ് ആൻഡ് ഫോക്സ് ആർട്സ് ആയിട്ട് ഫോക്ക് ആർട്ടായിട്ട് ജയ്പൂരും സിറ്റി ഓഫ് മ്യൂസിക് ആയിട്ട് വാരണാസിയും ഉണ്ടായിരുന്നു. 2017 സിറ്റി ഓഫ് മ്യൂസിക് ആയിട്ട് ചെന്നൈ ഉണ്ടായിരുന്നു. 2019 സിറ്റി ഓഫ് ഫിലിമായിട്ട് മുംബൈയും സിറ്റി ഓഫ് ഗാസ്ട്രോണമി ആയിട്ട് ഹൈദരാബാദും രണ്ടാമത്തെ സിറ്റിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ, 2021 സിറ്റി ഓഫ് ക്രാഫ്റ്റ് ആൻഡ് ഫോക്ക് ആർട്സ് ആയിട്ട് ശ്രീനഗർ. 2023 സിറ്റി ഓഫ് ലിറ്ററേച്ചർ കോഴിക്കോട്, സിറ്റി ഓഫ് മ്യൂസിക് ഗ്വാളിയോർ. 2025 ഇപ്പം സിറ്റി ഓഫ് ഗാസ്ട്രോണമി ആയിട്ട് ലക്നോ. അതൊന്ന് ഓർത്തു വെച്ചാൽ മതി. രണ്ടാമത്തെ ഇന്ത്യൻ നഗരമാണെന്ന് ഓർത്തു വയ്ക്കണം. കർണാടക ബിക്കംസ് ഇന്ത്യസ് ഫസ്റ്റ് സ്റ്റേറ്റ് വിത്ത് പെയ്ഡ് മെൻസ്ട്രുവൽ ലീവ്. സ്ത്രീകൾക്ക് പെയ്ഡ് മെൻസ്ട്രുവൽ ലീവ് നൽകുന്ന രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനമായിട്ട് എന്ത് മാറി? കർണാടക മാറിയിട്ടുണ്ട് അല്ലെ. എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളും കൊണ്ടുവരേണ്ട കാര്യം തന്നെയാണ്. അവർ മെൻസ്ട്രുവൽ ലീവ് ഒരു ദിവസം മെൻസ്ട്രുവൽ ലീവ് നൽകിയിരിക്കണം, നിർബന്ധമായിട്ട് നൽകിയിരിക്കേണ്ടതാണ് അല്ലേ. സോ ഈ ഒരു നേട്ടം സ്വന്തമാകുന്ന ആദ്യ സംസ്ഥാനമായിട്ട് കർണാടക മാറി. 18നും 52 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് ഈ ഒരു ലീവ് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കും. ക്യാരി ഫോർവേഡ് ആയിട്ടൊന്നും അല്ലെങ്കിൽ ഈ മാസം എടുത്തില്ല അടുത്ത മാസത്തേക്ക് ഈ ലീവ് പോസ്റ്റ്പോൺ ചെയ്യാൻ വേണ്ടി പറ്റും, അങ്ങനെയുള്ള കാര്യമൊന്നുമില്ല. എടുത്താൽ എടുത്തു, എടുത്തില്ലെങ്കിൽ എടുത്തില്ല. എടുക്കാം, അവർക്ക് എടുക്കാം, അവരുടെ അവകാശമാണ് അത്. ഇതിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. ജെയിംസ് ഡി വാട്സൺ കോ ഡിസ്കവേർഡ് DNA സ്ട്രക്ചർ ഡയഡ്. അദ്ദേഹം റീസെന്റ് ആയിട്ട് അന്തരിച്ച കാര്യമാണ്. ജെയിംസ് ഡി വാട്സൺ ആൻഡ് ക്രിക്ക് കേട്ടില്ലേ? ഈ പറയുന്ന DNA ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് വാട്സൺ ആൻഡ് ക്രിക്ക്, ഫ്രാൻസിസ് HC ക്രിക്കും അതുപോലെ തന്നെ നമ്മുടെ വാട്സൺ നൊബേൽ പ്രൈസ് ഫിസിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട് 1962 സ്വന്തമാക്കി. ഇന്ത്യ സ്ലിപ്സ് 13 പ്ലേസസ് ഇൻ ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് ഇൻഡെക്സ്. ഇത് പല പരീക്ഷകൾക്കും വന്ന ചോദ്യമാണ്. 2026 26 ഇയർ BC ആയിട്ട് 25 വന്ന് ആ ഒരു ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് ഇൻഡെക്സിൽ ഇന്ത്യ 13ാം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യ 10ാം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യ 23ാം സ്ഥാനത്തേക്ക് എത്തി. 10ാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം 23ാം സ്ഥാനത്താണെന്ന് ഓർത്ത് വെച്ചാൽ മതി. UN ക്ലൈമറ്റ് കോൺഫറൻസ് COP30 ബ്രസീലിലെ ബേലത്തിൽ വെച്ച് നടന്നതിന്റെ ഭാഗമായിട്ട് ആ സമയത്താണിത് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൂടെ ഓർത്തു വെച്ചാൽ മതി. ഡെൻമാർക്ക്, UK, മൊറോക്കോ 4, 5, 6 സ്ഥാനങ്ങളുണ്ട്. ഫസ്റ്റ് ടോപ്പ് 3ൽ ഒരു രാജ്യം പോലും അതിന് വേണ്ട പോയിന്റ് സ്വന്തമാക്കിയിട്ടില്ല. ഇന്ത്യ വിൻസ് ഇനോഗ്രൽ ബ്ലൈൻഡ് വുമൻസ് T20 വേൾഡ് കപ്പ്. സ്ത്രീകളുടെ എന്താണ്
ബ്ലൈൻഡ് വുമൻസിന്റെ വേൾഡ് കപ്പിന്റെ ആദ്യ എഡിഷൻ ശ്രീലങ്കയിലെ കൊളംബോയിൽ വെച്ച് നടന്ന സമയത്ത് ഇന്ത്യ അതിൽ നേട്ടം സ്വന്തമാക്കിയതാണ് നമുക്ക് നോക്കാനുള്ളത്. സോ ഇന്ത്യ നേട്ടം സ്വന്തമാക്കുമ്പോൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. ഭരതനാട്യം ലെജൻഡ് കുമാരി കമല പാസസെവെ, വളരെ ഫേമസ് ആയുള്ള ഭരതനാട്യം വ്യക്തിയാണ് കുമാരി കമൽ. 1970 നമ്മുടെ രാജ്യം പത്മഭൂഷൺ അവാർഡ് നൽകിയിട്ടും 1968 സെൻട്രൽ സംഗീത നാടക അക്കാദമി അവാർഡൊക്കെ നൽകി ആദരിച്ച വ്യക്തിയായിരുന്നു. സോ വായൂർ സ്റ്റൈൽ ഓഫ് ഡാൻസിംഗ് അല്ലെങ്കിൽ അത് ഫേമസ് ആക്കിയ ടീച്ചർ കൂടിയായിരുന്നു ഭരതനാട്യം ലെജൻഡ് ആയിട്ടുള്ള കുമാരി കമല. വേൾഡ് എയ്ഡ്സ് ഡേ 2025 2025 വേൾഡ് എയ്ഡ്സ് ഡേ അല്ലെ. നമുക്ക് മെയിൻ ആയിട്ട് എന്താ അതിന്റെ തീമല്ല പഠിക്കാനുള്ളതാ, ഓവർകമിങ് ഡിസ്റപ്ഷൻ ട്രാൻസ്ഫോമിംഗ് ദ എയ്ഡ്സ് റെസ്പോൺസ് എന്നതായിരുന്നു അതിന്റെ തീം വരുന്നത്. 1998 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആദ്യമായിട്ട് വേൾഡ് എയ്ഡ്സ് ഡേ എന്താണ് പ്രഖ്യാപിക്കുന്നത് കൂടെ ഓർത്തു വെക്കണം. ജയ്സ്വാൾ ബിക്കം 6th ഇന്ത്യൻ ടു ഹിറ്റ് റൺസ് ഇൻ ഓൾ ഫോർമാറ്റ്. ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റിലും സെഞ്ചുറി സ്വന്തമാക്കുന്ന 6ാമത്തെ ഇന്ത്യക്കാരനായിട്ട് യശസ്വി ജയ്സ്വാൾ മാറിയിട്ടുണ്ട്. ടെസ്റ്റ്, ഏകദിനം, T20 3 ഫോർമാറ്റിലും ഇതിനു മുൻപ് സെഞ്ചുറി സ്വന്തമാക്കിയ ആദ്യ താരം സുരേഷ് റെയ്നയായിരുന്നു. പിന്നെ രോഹിത് ശർമ്മ സ്വന്തമാക്കി, പിന്നെ KL രാഹുൽ, പിന്നെ വിരാട് കോഹ്ലി, പിന്നെ അവസാനമായിട്ട് ശുഭമാൻ ഗിൽ. അതിനുശേഷമാണ് യശസ്വി ജയ്സ്വാൾ ഈ നേട്ടം സ്വന്തമാക്കുന്നതെന്ന് കൂടെ ഓർത്തു വെച്ചാൽ മതി. ഇന്ത്യ സെറ്റ് ടു ഹോസ്റ്റ് ഫസ്റ്റ് കോമൺവെൽത്ത് കൊക്കോ ചാമ്പ്യൻഷിപ്പ് ഇൻ മാർച്ച് 2026 2026 മാർച്ച് മാസത്തിൽ ആദ്യത്തെ കോമൺവെൽത്ത് കൊക്കോ ചാമ്പ്യൻഷിപ്പ് നമ്മുടെ ഇന്ത്യ ഹോസ്റ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. മാർച്ച് 9 തൊട്ട് മാർച്ച് 14 വരെയാണ് ഇന്ത്യ ഹോസ്റ്റ് ചെയ്യുന്നത്. 24ലധികം രാജ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയുമാണ് നമുക്ക് 2025 ഇയർ എൻഡറുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ ക്ലാസ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ എനിക്കറിയാം ഈ ഒരു ഇയറിന്റെ പകുതിയായിരുന്നു. പക്ഷേ സ്റ്റിൽ നിങ്ങൾ ആലോചിക്കണം, 2025 ചോദ്യങ്ങൾ പല പരീക്ഷകൾക്കും റിപ്പീറ്റിംഗ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പല പരീക്ഷകൾക്കും ഇതിൽ പല കാര്യങ്ങൾ റിപ്പീറ്റിംഗ് ആയിട്ട്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പലതും റിപ്പീറ്റിംഗ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ആ രീതിയിൽ നിങ്ങൾ പഠിച്ചിരിക്കണം. ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പല പരീക്ഷകളും കുട്ടികൾ വന്ന് പറഞ്ഞിട്ടുണ്ട് 2026 പഠിച്ചു പോയി സാറേ, വീണ്ടും 2025 തന്നെ പഴയ പരിപാടി തന്നെ അവർ ആരംഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ. സോ ഇതുകൂടെ നോക്കുക, ഇതിപ്പം നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊരിക്കലും നിങ്ങളൊരു കാര്യം കൂടി ആലോചിക്കണം, ഞാനിത് ആകെ ചെയ്യുന്നത് ഒരു 11 to 12 ഹവറാണ്. ഈ ക്ലാസ് ആകെ ഉണ്ടാവും ഒരു 11-12 മണിക്കൂറിനിടയിലാണ്. പക്ഷെ നമ്മുടെ നോർമൽ ക്ലാസ് നിങ്ങളൊന്ന് ആലോചിച്ചേക്കേ, ആവറേജ് ഒരു 6 മണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ 12 into 6 എങ്ങനെയാലും 72, ഒരു 70 to 80 ഹവർ ഉണ്ടാവും. 70 to 80 ഹവർ 12 മണിക്കൂറാക്കുമ്പോൾ അതിൻ്റെതായുള്ള ലിമിറ്റേഷനും കാര്യങ്ങളുണ്ട്. സോ അത്രയും വ്യത്യാസം അവിടെ ഉണ്ടെന്ന് കൂടെ നിങ്ങളൊന്ന് ആലോചിക്കണം. ഓക്കെ, സോ അത്രയും കാര്യങ്ങൾ നമ്മൾ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനം എന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ ആഡ് ചെയ്യുള്ളൂ, അല്ലാതെ എല്ലാം വാരി വലിച്ച് തന്നിട്ടില്ല. ഓക്കെ, സോ ആ രീതിയിൽ നിങ്ങൾ പഠിച്ചു വെക്കണം. ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം. ചിലപ്പം ആദ്യത്തെ ക്ലാസ് റെക്കോർഡ് ചെയ്തതും പിന്നെ അങ്ങോട്ടുള്ള ക്ലാസ് റെക്കോർഡ് ചെയ്തതായിട്ട് ബന്ധപ്പെട്ട് ചില സമയം വ്യത്യാസമൊക്കെ അവിടെയുണ്ട്. ഇവണെന്തോ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് ചെയ്താൽ മതി. ക്ലാസ് കേൾക്കുന്ന സമയത്ത് ലാസ്റ്റാണ് പറയുന്നത്, ഞാൻ തുടക്കം മുതലേ പറയുന്നുണ്ട്. ആ ആ ഒരു ക്ലാസ്സിൽ ഇനി അങ്ങോട്ടുള്ള ഏത് ക്ലാസ് ആയി കഴിഞ്ഞാലും ഇതുപോലെ കറണ്ട് അഫെയർ വരുന്ന സമയത്ത് നമ്മൾ അപ്പോയിന്റ്മെന്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്താണ് ഒന്ന് ക്രോസ് ചെയ്യാൻ നല്ലതാണ്. അദ്ദേഹം തന്നെയാണോ ഇന്നലെ പറഞ്ഞ കറണ്ട് അഫെയർ നാളെ മാറാം, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്ന സ്വഭാവം ഒന്ന് നിങ്ങൾ തന്നെ വളർത്തിയെടുക്കുക. അല്ലാതെ എല്ലാം സാർ പഠിപ്പിക്കട്ടെ എന്ന് വിചാരിച്ച് നിന്ന് കഴിഞ്ഞാൽ ശരിയല്ല. എനിക്ക് ഡാറ്റ തരാനേ പറ്റത്തുള്ളൂ. ആ ഡാറ്റ മാറുമ്പോൾ എനിക്ക് അവിടെ വന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ, പിന്നെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം, പിന്നെ ക്ലാസ്സിൽ നിങ്ങൾ കേൾക്കേണ്ടി വരും. അതിൽ നല്ലത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുന്നതാണ്. സോ ഏതാണ്ട് 11-12 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ക്ലാസ് സാധാരണ ലൈവായിട്ടായിരുന്നു നമ്മൾ ചെയ്യാറുണ്ടായിരുന്നത്. ഇത്തവണ നമ്മൾ അതൊന്ന് മാറ്റി റെക്കോർഡ് ആക്കി അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾ കംപ്ലീറ്റ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും. ഇതിൽ ഒരുപാട് ചോദ്യങ്ങൾ പ്രീവിയസ് ഇൻ ദ സെൻസ് 2025 തന്നെ നടന്ന പരീക്ഷകളിലാണ് നമ്മൾ പഠിപ്പിച്ചിട്ട് നമുക്കറിയുന്ന കാര്യമാണ്. ഇതൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്, ഇതൊക്കെ വന്ന കാര്യമാണെന്ന്. സോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. കാരണം കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമ്മൾ ഇയർ എൻട്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആദ്യമായിട്ടാണ് ഇത്രയും ലേറ്റ് ആവുന്നത്. സോ ഇനി അങ്ങോട്ടും ഇയർ എൻട്രി ചെയ്യാനുള്ള പ്രോത്സാഹനമൊക്കെ നിങ്ങളുടെ ഫീഡ്ബാക്ക് തന്നെയാണ്. കഴിഞ്ഞ വർഷമൊക്കെ നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു. ആ നല്ല ഫീഡ്ബാക്ക് ഇൻ ദ സെൻസ് 12 മണിക്കൂർ, ഒരു 5 മണിക്കൂറിന്റെ ക്ലാസ് 2024 തോന്നുന്നു, 24 25 തോന്നുന്നു. ഓക്കെ, ഏതൊരു വർഷം 2025 തന്നെ ഞാൻ 6 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് എടുത്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് 3 മണി തൊട്ടിട്ട് രാത്രി 9 മണി വരെ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ യൂട്യൂബിൽ ലൈവ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ അതുപോലുള്ള പ്രോത്സാഹനമൊക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഓക്കെ, വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരിക്കും. സോ ഇത്രയും കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു.